വെൽക്കം ടു Xylem JEEnius കമ്മ്യൂണിറ്റി. നമ്മൾ 3-4 ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന മാരത്തോൺ ലൈവിൻ്റെ ഗ്രാൻഡ് ഫിനാലെ എന്ന് തന്നെ പറയാം അല്ലേ. ലാസ്റ്റ് ഡേ ആണ്. നാളെ നമ്മൾ എക്സാം ഹോളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് അവസാനത്തെ ബൂസ്റ്റർ ഡോസാണ് നമ്മൾ തരുന്നത്. പണ്ട് നമ്മൾ കൊറോണ പീരീഡിലെല്ലാം ഈ ബൂസ്റ്റർ ഡോസിനെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ JEEയുടെ ഒരു ബൂസ്റ്റർ ഡോസാണ്. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ല ഒരു ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ക്ലാസ്സുകൾ പ്രോബ്ലംസ് കാണും. തിയറി പോർഷൻസിൻ്റെ ഏത് റീജിയൻ ആ ഇക്വേഷൻസൊക്കെ ഒന്ന് പരിചയപ്പെടണം. എത്രയും പെട്ടെന്ന് ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം അല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയണം സൈലത്തിനെ പറ്റി. അപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് 28-ന് നടന്ന ടോപ്പിക്കുകളാണ്. നിങ്ങൾ പ്രത്യേകിച്ച് നീറ്റുകാരോട് കൂടി പറയണം. നീറ്റിൽ ഏതെങ്കിലും കുട്ടികൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടും. കാര്യം JEEയിലെ ക്വസ്റ്റ്യൻസാണ് നീറ്റിൽ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത് പലപ്പോഴും. അപ്പോൾ നീറ്റുകാർക്കും ഇത് വളരെ പ്രയോജനപ്പെട്ടതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഫ്രണ്ട്സ് നീറ്റിലുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിലെ സ്ലൈഡുകളൊന്നും എടുത്ത് നോക്കാൻ പറയണം കേട്ടോ. 2024 പ്രത്യേകിച്ച് റിപ്പീറ്റേഴ്സ് നീറ്റ്. എന്തായാലും നമുക്ക് JEE ചാനലിലേക്ക് വീണ്ടും തിരിച്ചു വരാം. ഇത് 29th ഡേ ആണ്. ഇതിൻ്റെ എല്ലാം വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവരെയും കാണാം. ഓക്കെ, ഇതിൻ്റെ വീഡിയോസ് യൂട്യൂബിലുണ്ട്, സ്ലൈഡ്സ് ഉണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ ഒന്നുകൂടിയൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ സമയം കിട്ടുവാണെങ്കിൽ ചെയ്തോണം. അപ്പോൾ എല്ലാ ദിവസവും Xylem നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചാനൽ ലൈവാക്കിക്കൊണ്ടിരിക്കുവാണ്. ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്കറിയാം എത്രയോ ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുവാണ്. ഇത് 2 ഏപ്രിലെ ക്ലാസ്സിൻ്റെ സ്ലൈഡാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഞാൻ ഫസ്റ്റ് ഇയർ ടോപ്പിക്സാണ് എടുക്കുന്നത്. ആദ്യത്തെ NCERT വോളിയം 1 രാവിലെ തീർക്കും. NCERT വോളിയം 2 ഉച്ച കഴിഞ്ഞ് എടുക്കാം. ഓക്കെ, അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ്. നമുക്കറിയാം ഇതിൻ്റെ അകത്ത് നമ്മൾ മൈൻഡ് മാപ്പ് എല്ലാം നമ്മൾ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് സ്പെഷ്യൽ യൂണിറ്റ്സ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. മെഷർമെൻറ്റ് ഓഫ് ലെങ്തിനെ പറ്റി നമുക്കറിയാം. AU, ലൈറ്റ് ഇയർ, പാർസെക് അതെല്ലാം നമ്മൾ ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ റൗണ്ടിങ് ഓഫ് അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമുക്ക് കുറേ റൂൾസൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വെച്ച് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അതും നിങ്ങൾ ഒന്ന് നോക്കിക്കൊണ്ട് പോകേണ്ടതാണ്. ഫേസ് 1 ചോദിച്ചിട്ടുണ്ടായിരുന്നു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അതുപോലെ തന്നെ നമുക്കറിയാം ഡയമെൻഷൻ മാസ് ഫോളോയിങ്ങിൽ മസ്റ്റാണ്. എല്ലാ ഫേസിലും വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ വീണ്ടും അതൊന്നുകൂടി ഒന്ന് മനസ്സിലൂടെ ഒന്ന് ഓടിച്ചേക്കുക. പിന്നെ ഡയമെൻഷൻ സെയിം ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അതും ഒന്ന് ഓടിച്ച് നോക്കിയേക്കുക. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഡയമെൻഷൻ വെച്ചുകൊണ്ട് അൺനോൺ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യമെല്ലാം നമ്മളൊന്ന് ഓടിച്ച് നോക്കണം. അതുപോലെ തന്നെ എറർ അത് അഡീഷനുണ്ട്, സബ്ട്രാക്ഷനുണ്ട്, മൾട്ടിപ്ലിക്കേഷനുണ്ട്, ഡിവിഷനുണ്ട്. എല്ലാം നമ്മൾ ആ എററിൻ്റെ ടോപ്പിക്ക് കൃത്യമായിട്ട് നോക്കുക. പിന്നെ എല്ലാ ഫേസിലും ഗുഡ് മോർണിംഗ് എല്ലാ ഫേസുകളിലും വന്നിട്ടുള്ള അടുത്ത ഒരെണ്ണമാണ് വെർനിയർ കാലിപ്പർ. നമ്മുടെ എല്ലാ ഫേസ് എന്ന് പോട്ടെ, എല്ലാ ഷിഫ്റ്റിലും ഫേസ് 1 വെർനിയർ കാലിപ്പർ ഇല്ലാത്തൊരു ഡേ പോലും ഇല്ലായിരുന്നു. എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചിട്ടില്ലെങ്കിലും ഒരു ഡേ പോലും ഇല്ലായിരുന്നു. അപ്പം അതും നിങ്ങൾ നോക്കിക്കൊണ്ട് പോകേണ്ടതാണ്. അപ്പോൾ ഇത് ഒന്നുകൂടി നോക്കുക. സ്പെഷ്യൽ യൂണിറ്റ്സ് മക്കളെ റിവിഷനാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ടപ്പാന്നും പറഞ്ഞ് പ്രോബ്ലം ചെയ്യും. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. സ്പെഷ്യൽ യൂണിറ്റ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ബാണ്, സ്ലഗ്, ഷെയ്ക്ക് എന്നൊക്കെ പറയുന്ന യൂണിറ്റുകൾ. ചന്ദ്രശേഖർ ലിമിറ്റ്, ബിഗ്ഗസ്റ്റ്, സ്മോളസ്റ്റ് ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും ഓർക്കാൻ പറ്റുന്നവർ ഒന്ന്. മാസ് ഫോളോയിങ് ഉറപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഈ ടോപ്പിക്കിൽ നിന്ന് വരാൻ പോകുന്നത് മാസ് ഫോളോയിങ് ആണ്. 2023 2022 2024 ഫേസ് 1 കൃത്യമായിട്ട് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ് മാസ് ഫോളോയിങ്. അതുപോലെ തന്നെ സെയിം ഡയമെൻഷനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറയും. അതുപോലെ തന്നെ അൺനോൺ പവേഴ്സ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയൊക്കെ കാൽക്കുലേഷൻ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എറർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാനിവിടെ ഒന്ന് ഇമ്പോർട്ടൻ്റ് എന്ന് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ വെർനിയർ കാലിപ്പർ ഇമ്പോർട്ടൻ്റ് എന്ന് മാർക്ക് ചെയ്യാം. സ്ക്രൂ ഗേജ് ഈ ഫേസിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ
ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങളുടെ മനസ്സിലൂടെ ഒന്ന് ഓടിച്ചു വിട്ടേക്കുക. നമുക്ക് ഫിസിക്കൽ സെയിം ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നിങ്ങൾക്കറിയാം. വർക്ക്, ഹീറ്റ്, ടോർക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ ഒരു ഗ്രൂപ്പാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലീനിയർ മൊമെൻറ്റവും അതുപോലെ തന്നെ ലീനിയർ ഇമ്പൾസും. അതുപോലെ തന്നെ ആംഗുലാർ മൊമെൻറ്റം, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഇല്ലാത്ത ഒരു ഷിഫ്റ്റ് പോലും അല്ലെങ്കിൽ ഒരു ഫേസ് പോലും ഇല്ല. അതുപോലെ തന്നെ ആംഗുലാർ മൊമെൻറ്റവും പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റും. സ്ട്രെസ്സ്, സ്ട്രെയിൻ, സ്ട്രെസ്സ്, പ്രഷർ, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ് അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ നിങ്ങൾക്കറിയാം. L⁻⁻⁴ T⁻²2 ആണ്. അതുപോലെ തന്നെ സർഫസ് ടെൻഷൻ, സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്, സർഫസ് എനർജി എല്ലാം ഒരേ ഡയമെൻഷനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. പിന്നീട് നമുക്ക് വരുന്നതാണ് തെർമൽ കപ്പാസിറ്റി, ബോൾട്സ്മാൻസ് കോൺസ്റ്റൻ്റ് ഒക്കെ ഒരേ ഡയമെൻഷനാണ്. ഒന്ന് ഓടിച്ചു നോക്കിയേക്കുക. ഓക്കെ, അടുത്തതാണ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്, ലേറ്റൻറ്റ് ഹീറ്റ്. പിന്നെ നമ്മൾ കുറച്ച് ടൈം കോൺസ്റ്റൻ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഒമേഗയുടെ ടൈം കോൺസ്റ്റൻറ്റ്, വെലോസിറ്റിയുടെയൊക്കെ ഡയമെൻഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. 2023 April 11 വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അസ്ട്രോണോമിക്കൽ AU, പാർസെക്, ലൈറ്റ് ഇയർ ആർ ദ യൂണിറ്റ്സ് ഫോർ മെഷറിങ് അസ്ട്രോണോമിക്കൽ ഡിസ്റ്റൻസസ്. ഈസ് ഇറ്റ് റൈറ്റ് ഓർ റോങ്? പറയ് ഈസ് ഇറ്റ് റൈറ്റ് ഓർ റോങ്? അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ്. നമ്മൾ ആ മൈൻഡ് മാപ്പിൽ കൃത്യമായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് AU, പാർസെക്, ലൈറ്റ് ഇയർ. ഇവിടെ പറഞ്ഞേക്കുന്ന AU ഏറ്റവും ചെറുത്. AUവിൻ്റെ വാല്യൂ എത്രയാണ്? ഒരു AU എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു AU എന്ന് പറയുന്നത് 1.5 × 10⁻11 മീറ്റർ ആണ്. അതേസമയം ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് 9.5 × 10⁻15 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഒരു പാർസെക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അത് 3.08 × 10⁻16 ആണ്. അപ്പോൾ ഏറ്റവും ചെറുതേതാണ്? പറയൂ. AU ആണ് ഏറ്റവും ചെറുത്. അതിൽ വലുതാണ് ലൈറ്റ് ഇയർ, അതിലും വലുതാണ് ആര്? പാർസെക്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നതിൽ ഇത് തമ്മിൽ തിരിഞ്ഞുപോയി. അപ്പോൾ ഇത് തെറ്റാണ്, ഇത് ശരിയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ഓപ്ഷൻ പറഞ്ഞില്ലല്ലോ. ഓപ്ഷൻ ചാടി പറയണം. ഇന്ന് നമ്മുടെ ശരിക്കും ഫൈനൽ ഡേ ആണ്. നാളെ പോയി സ്വസ്ഥമായിട്ട് പോയിരുന്ന എക്സാം എഴുതേണ്ട ദിവസമാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് റോങ്. അടിപൊളിയല്ലേ മക്കളെ? അപ്പോൾ ഓപ്ഷൻ ഏതാണ്? B ആണ് ഓപ്ഷൻ. മക്കളെല്ലാവർക്കും അറിയാം ഓപ്ഷൻ ഏതാണ്? B ആണ്. ഇന്ന് ഫുൾ ചാപ്റ്റേഴ്സ് കവർ ചെയ്യും. അതാണ് സൈലത്തിൻ്റെ പ്രോമിസ്. ഓക്കെ, അടുത്തത് നിങ്ങൾ ആൻസേഴ്സ് ചാടി പറഞ്ഞാലേ ക്ലാസ് മുന്നോട്ട് പോവുള്ളൂ. ഞങ്ങൾക്കൊക്കെ 1 hour വീതമാണ് സ്ലോട്ട് തന്നേക്കുന്നത്. ഈ 1 hourൽ ഇത്രയും ചാപ്റ്റേഴ്സാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടായ്മ ഇവിടെ വേണം. പെട്ടെന്ന് ആൻസേഴ്സ് ചാടി പറയണം. ഒത്തിരി കുട്ടികൾ ഇത് 3-4 ചാനലിലാണ് പോകുന്നത് ലൈവ്. അപ്പോൾ ആൻസേഴ്സ് ഇഷ്ടം പോലെ കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ മാത്രമല്ല ആപ്പിലും പോകുന്നുണ്ട്, പല ചാനൽസിലും പോകുന്നുണ്ട്. ഓക്കെ, സർഫസ് ടെൻഷൻ നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെയാണ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. ഫോഴ്സ് ബൈ ലെങ്ത് ആണ്. അപ്പോൾ ML T⁻² / L ആണ്. MT⁻² ആണ്. ഇതെല്ലാം നിങ്ങൾ നോക്കണം. ഇതിനൊക്കെ ഒരു ഫുള്ളായിട്ട് ആൻസർ ചെയ്യണമെന്നില്ല. ആൻസർ ചാടി പറയാവോ? എയുടെ കൂട്ടത്തിൽ വരുന്ന ആരാ? കിലോഗ്രാം സെക്കൻഡ്⁻². അപ്പം നേരെ നമ്മൾ എന്ത് ടിക്ക് ചെയ്തു? എയുടെ നേരെ 4 ടിക്ക് ചെയ്തു. അപ്പോൾ വരുന്ന 2 കാര്യങ്ങളുണ്ട്. ഇനി അവസാനത്തത് കൂടി ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇമ്പൾസ് എന്ന് പറയുന്നത് മൊമെൻറ്റമാണ്. അപ്പോൾ നമുക്കറിയാം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇമ്പൾസ് എന്ന് പറയുന്നത് മൊമെൻറ്റം ആയതുകൊണ്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഡിയുടെ കൂട്ടത്തിൽ വരേണ്ടത് 2 ആണ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? മക്കൾ ചാടി പറഞ്ഞു. കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളവർ അനങ്ങാണ്ടിരിക്കുവാണ്. ഓപ്ഷൻ ഏതാണ്? B ആണ്. അപ്പോൾ എല്ലാം ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ആദ്യത്തെ നോക്കുക. അങ്ങനെ 2 എണ്ണം ഉണ്ടെങ്കിൽ പിന്നെ അവന്മാരുടെ ഡിഫറൻസ് ഉള്ളത് 1 എണ്ണം മാത്രം എടുത്ത് നോക്കുക. ചാടി ആൻസർ പറഞ്ഞോണം. ഇനി അടുത്തത് വീണ്ടും ആസ് എ ഫോളോയിങ്. കണ്ടോ, റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ്. അല്ല, ഇത് അതേ പ്രോബ്ലം ആണ്. ഇമ്പൾസിൻ്റെ കൂട്ടത്തിൽ സർഫസ് ടെൻഷൻ്റെ കൂട്ടത്തിൽ ഇതും, ഇമ്പൾസിൻ്റെ കൂട്ടത്തിൽ ഇതും 2. ഇമ്പൾസിൻ്റെ കൂട്ടത്തിൽ 2. ഓക്കെ, അടുത്തത് ടോർക്ക്, സ്ട്രെസ്, ലേറ്റൻറ്റ് ഹീറ്റ്, പവർ. നമുക്കറിയാവുന്ന ഏതെങ്കിലും കാണും. ആൻസർ ചാടി പറ. ആൻസർ ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർക്കാണ്. വർക്ക് തന്നെയാണ്. അപ്പോൾ വർക്കിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ. 3 ഉള്ള ഓരോ ഓപ്ഷനേ ഉള്ളെങ്കിൽ നമുക്ക് അപ്പം തന്നെ ടിക്ക് ചെയ്യാം. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഇനി B കൂടി ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. B എന്താ? സ്ട്രെസ്സ്. നമ്മൾ പറഞ്ഞു സ്ട്രെസ്സ്, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, ഷിയർ മോഡുലസ്, പ്രഷർ എല്ലാം ഡയമെൻഷൻ സെയിം ആണ്. ഓപ്ഷൻസ് ഫുള്ള് കാണുന്നില്ലേ? കാണാമല്ലോ.
ഇവിടെ ഉണ്ട്. ഞാൻ ആൻസറിന് വേറൊരു സ്ലൈഡ് ഉണ്ടാക്കിയേക്കുന്നതുകൊണ്ടാണ് അദ്വൈ ഓക്കെ. അപ്പോൾ ഇത് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ ചാടി പറഞ്ഞോളൂ. രണ്ടാമത്തെ സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ പറ. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പോൾ സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ ഡി എടുത്താലും മതി. പവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പവറിൻ്റെ കൂട്ടത്തിൽ എന്താ വരാൻ പോകുന്നത്? ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ അല്ലേടാ? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. അപ്പം ന്യൂട്ടൺ മീറ്റർ സെക്കൻഡ് റേസ് -1 ആൻസർ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് 1, ഇതെന്താണ് 4. അപ്പോൾ 1ഉം 4ഉം വരുന്ന ആൻസർ കണ്ടോ? 4 വരുന്ന ആൻസർ ഓപ്ഷൻ ഏതാണ്? എ അല്ലേ? ബാക്കിൽ ഓപ്ഷൻ കാണുന്നുണ്ട്. എൻ്റെ ബാക്കിൽ. ഓക്കെ ഓപ്ഷൻ പറഞ്ഞോളൂ. ഓക്കെ സാനിയ ഓക്കെ, ഇപ്പോൾ മനസ്സിലായി. ഓപ്ഷൻ പറഞ്ഞോളൂ. ബി അല്ലേ? ആൻസർ പറയൂ. ഓപ്ഷൻ ബി. ഓക്കെ, കഴിഞ്ഞോ? അടുത്തൊരു ക്വസ്റ്റ്യൻ. യങ്സ് മോഡുലസ് പറഞ്ഞോളൂ. കാണാവോ എല്ലാവർക്കും? വിസിബിൾ അല്ലേ? യങ്സ് മോഡുലസ് എന്താണെന്ന് തന്നെയാണ് പറഞ്ഞത്. പ്രഷർ തന്നെ അല്ലെങ്കിൽ സ്ട്രെസ് തന്നെ. ml റേസ് -1 T റേസ് -2. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ml റേസ് -1 T റേസ് -2 3 A3 ഉള്ള ഓരോ ഓപ്ഷനേ ഉള്ളൂ. അപ്പം തന്നെ നമ്മൾ ഓപ്ഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഈ ടോപ്പിക്കിൻ്റെ ട്രിക്ക്. അല്ലാണ്ട് മുഴുവൻ ആൻസർ ചെയ്യാനായിട്ട് നിൽക്കേണ്ട. സൽമാൻ നൗറിൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി. അടുത്തതിലേക്ക് കിടക്കാം, നമുക്ക് മുന്നോട്ട് പോയേക്കാം. അടുത്തത് LCR are the self-inductance, capacitance and resistance respectively. Which of the following does not have dimension of time? ഡയമെൻഷൻ ഓഫ് ടൈം അല്ലാത്തത്. മുഹമ്മദ് നജീബ് ആൻസർ പറയാവോ? ചാടി പറയാവോ? നമുക്കറിയാം RC എന്ന് പറയുന്ന ഒരു ടൈം കോൺസ്റ്റൻ്റ് ആണ്. L/R എന്ന് പറയുന്ന ടൈം കോൺസ്റ്റൻ്റ് ആണ്. √LC എന്ന് പറയുന്ന 1/√LC ആണ്. ഒമേഗ ഈക്വൽ ടു 1/√LC. അപ്പോൾ √LC എന്ന് പറയുന്നത് ടൈം കോൺസ്റ്റൻ്റ് ആണ്. വെരി ഗുഡ്. ഇതിൽ വരാത്തത് പറഞ്ഞോളൂ. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇത് ടൈം കോൺസ്റ്റൻ്റ് ആണ്. നമുക്കറിയാം RC സർക്യൂട്ടിലെ ടൈം കോൺസ്റ്റൻ്റ് ആണ് RC. അതുപോലെ തന്നെ RL സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻ്റ് ആണ് L/R. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. വേണ്ട. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പറ്റുമെന്ന് നിങ്ങൾ കരുതുക. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കൂട്ടത്തിൽ ആയിരുന്നാൽ ശരിയല്ലേ? ആ പഴയ ടോപ്പിക്കുകൾ ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ ഈ ചാപ്റ്ററിനെ പറ്റി ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്ത് എന്നോടൊന്ന് പറഞ്ഞേ, എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന്. മാത്സ് ഫോളോയിങ് വരാം. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ യൂണിറ്റ് വേണമെങ്കിൽ തരാം. ഒരു ബാൺ എത്രയോ, ഒരു സ്ലഗ് എത്രയോ, ഒരു ഷെയ്ക്ക് എത്രയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ എയും പാർട്സക്കും അതുപോലെ തന്നെ ലൈറ്റ് ഇയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിക്കാം. അതൊരു പാർട്ട്. അതുപോലെ തന്നെ ഡയമെൻഷൻസ് മാച്ച് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ യൂണിറ്റ്സ് മാച്ച് ചെയ്യാനായിട്ടോ ചോദിക്കാം. അതൊരു പാർട്ട്. അല്ലെങ്കിൽ ഡയമെൻഷൻസിൻ്റെ അൺനോൺ നമ്മൾ phase 1 ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ വെച്ചുകൊണ്ട് അൺനോൺ ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ. അപ്പോൾ അത് നമുക്ക് വരാം. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരാം. എറർ വരാം. ഓക്കെ അല്ലേ? വെർനിയർ എല്ലാ ഡേയിലും വന്നിട്ടുണ്ടായിരുന്നു. അത് വരാൻ ചാൻസ് മാക്സിമം ഉണ്ട്. നമുക്ക് 1 ഡയമെൻഷനിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമ്മൾ കണ്ടോ, ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുന്ന സ്പീഡ് വെലോസിറ്റിയുടെ ഒക്കെ ആവറേജുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പി ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ടൈംസ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ V1 + V2/2. ഡിസ്റ്റൻസുകൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2V1 V2 ഡിവൈഡഡ് ബൈ V1 + V2. അതുപോലെ തന്നെ ട്രെയിൻ ടൈപ്പ് ആണെങ്കിൽ ഒരേ ബോഡി ഡിഫറൻറ്റ് വേഗതയിൽ പോവുകയാണെങ്കിൽ √V1² + V2² ഡിവൈഡഡ് ബൈ 2. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വരാവുന്നതാണ്. ആവറേജ് സ്പീഡ് കണ്ടോ, എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സൈലം നിങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ഇക്വേഷൻ ക്ലാസ്സുകളിലൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കാൽക്കുലസ് മെത്തേഡ്, വേരിയബിൾ ആക്സിലറേഷൻ മെത്തേഡ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ വേരിയബിൾ ആക്സിലറേഷൻ ആണെങ്കിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് നമ്മൾ ഇൻ്റഗ്രേഷൻ മെത്തേഡിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രാഫുകൾ, അതുപോലെ തന്നെ റേഷ്യോ ടൈപ്പ് പ്രോബ്ലംസ്,
കണ്ടോ ഗ്രാഫുകൾ ഇതെല്ലാം വരാൻ ചാൻസ് ഉള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ഈ സാധനങ്ങളൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ കമ്പൈൻഡ് ആക്സിലറേഷൻ റിട്ടാർഡേഷൻ ടൈപ്പ് അത് വരാൻ ചാൻസ് ഉള്ളതാണ്. മോഷൻ അണ്ടർ ഗ്രാവിറ്റി റേഷ്യോസ് അത് വരാൻ ചാൻസ് ഉള്ളതാണ്. V1:V2:V3 കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ് കേട്ടോ. 1:2:3. S1:S2:S3 1:4:9. S(n1):S(n2):2 എന്ന് പറയുമ്പോൾ 1:3:5. അതുപോലെ തന്നെ ഈക്വൽ ഡിസ്റ്റൻസുകൾ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈമുകളുടെ റേഷ്യോ കണ്ടോ. √1:√2-√1:√3-√2 അതും എല്ലാം ചെയ്യാവുന്നതാണ് പെട്ടെന്ന്. പിന്നെ നമുക്കറിയാം അപ്പ് ആൻഡ് ഡൗൺ കമ്പൈൻഡ് ബലൂൺ ടൈപ്പ് റോക്കറ്റ് ടൈപ്പ് പ്രോബ്ലംസ് ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. റിലേറ്റീവ് കണ്ടോ. കാൽക്കുലേഷൻ ഓഫ് ആവറേജ് വെലോസിറ്റി മിക്ക ഷിഫ്റ്റുകളിലും പഴയ കാലത്ത് ചോദിച്ചിട്ടുണ്ട്. നോക്ക്, ഫ്രീ ഫോൾ സിറ്റുവേഷൻസ്, കമ്പൈൻഡ് ആക്സിലറേഷൻ റിട്ടാർഡേഷൻ ടൈപ്പ്. കഴിഞ്ഞ ഫേസിൽ കിടന്ന് കളിച്ചവനാണ് ആര്? ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ടൈപ്പ്, ബുള്ളറ്റ് പെനട്രേറ്റിംഗ് ടൈപ്പ്. റിലേറ്റീവ് വെലോസിറ്റി കഴിഞ്ഞ ഫേസിൽ കളിച്ചവനാണ്. അതുപോലെ തന്നെ മാൻ ബസ് ക്യാച്ചിങ് ദ ബസ് ചോദിച്ചിട്ടില്ല, അത് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അത് അത്തരം ടൈപ്പ് പ്രോബ്ലംസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് വേണം പോകാൻ. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേരിയബിൾ ആക്സിലറേഷൻ കേസ്, അതുപോലെ തന്നെ ഗ്രാഫ് ടൈപ്പ്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ആൻ ഒബ്ജക്റ്റ് മൂവ്സ് വിത്ത് എ സ്പീഡ് V1. എല്ലാവരും കൂടി ചാടി ആൻസർ പറയണം. V1, V2, V3 along a line segment AB, BC and CD respectively as shown in the figure. കണ്ടോ ഫിഗർ? ആ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം AB = BC ആണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ഡിസ്റ്റൻസുകളാണ്. അതുപോലെ തന്നെ EC = 3AB ആണ്, AD = 3AB ആണ്. അപ്പോൾ ഇതെല്ലാം ഈക്വൽ ആയിട്ടാണോ ഡിവൈഡ് ചെയ്തേക്കണമെന്ന് എൻ്റെ കുട്ടികൾ പറ. ഓപ്ഷൻ പറ, ചാടിപ്പറ, ഓപ്ഷൻ ചാടിപ്പറ. രണ്ടെണ്ണം വന്നാൽ 2V1 V2 ഡിവൈഡഡ് ബൈ V1 + V2. പക്ഷേ മൂന്നെണ്ണം വന്നാൽ വ്യത്യാസമുണ്ട്. 3 കട്ടിങ് ആണെങ്കിൽ V ആവറേജ് = 3V1 V2 V3. LCM എടുക്കുമ്പോൾ ഇവിടെ V1 V2 + V2 V3 + V3 V1 വരും. ഇത് തന്നെ നമുക്ക് ഡെൻസിറ്റി, റിസൾട്ടൻ്റ് ഡെൻസിറ്റിയിൽ മിക്സിംഗ് അപ്പ് ഓഫ് ലിക്വിഡ്സിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് നമുക്ക് യൂസ് ചെയ്യാം. സെയിം ഇക്വേഷൻ, അവിടെ വിക്ക് പകരം ഡെൻസിറ്റി ആണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഏതാണെന്ന് പറ എൻ്റെ കുഞ്ഞുങ്ങൾ, ഓപ്ഷൻ ഏതാണെന്ന് പറ. ഇവിടെ ആൻസർ ഒത്തിരി പേരടിച്ചു മിടുക്കന്മാർ. നാളത്തെ ഫേസിലൊക്കെ ഷിഫ്റ്റിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനം വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ ലൊക്കേറ്റഡ് അറ്റ് x = 0 അല്ലേ, അറ്റ് ടൈം t = 0 സ്റ്റാർട്ട്സ് മൂവിങ് വിത്ത് അലോങ് ദ x ആക്സിസ് വിത്ത് വെലോസിറ്റി v വേരീസ്. അപ്പോൾ വെലോസിറ്റി എന്തിനെ ഡിപ്പെൻഡബിൾ ആണ് പറ? പൊസിഷന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, വെലോസിറ്റി പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിസ്പ്ലേസ്മെൻറ്റ്. നമുക്കറിയാം ആക്സിലറേഷനിൽ നിന്ന് വെലോസിറ്റി കിട്ടണമെങ്കിൽ കാൽക്കുലസ് മെത്തേഡ് ഒരു ഇൻ്റഗ്രേഷൻ, വെലോസിറ്റിയിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടണമെങ്കിലും ഒരു ഇൻ്റഗ്രേഷൻ, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റിൽ നിന്ന് വെലോസിറ്റി കിട്ടണമെങ്കിൽ ഒരു ഡിഫറൻസിയേഷൻ, വെലോസിറ്റിയിൽ നിന്ന് ആക്സിലറേഷൻ കിട്ടണമെങ്കിലും ഒരു ഡിഫറൻസിയേഷൻ. അടിപൊളിയല്ലേ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. നമുക്കറിയാം V = എന്താണ്? V = എന്താണെന്ന് പറയാം? V = α√x. നമുക്ക് V എന്ന് പറഞ്ഞാൽ എന്തായിട്ട് എഴുതാം? dx/dt എഴുതാം. E = α√x. നിങ്ങൾ ചെയ്യുക dx/√x. E = α/dt. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? x⁻² ഇത് -1/2 എന്ന് വേണമെങ്കിൽ എഴുതാം. dx = α/dt. രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും പറഞ്ഞ്? x⁻, മക്കൾ തന്നെ പറ, -1/2 + 1. ഇത് ഒറ്റടിക്ക് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത്. ഇത് -1/2 + 1 = α/t. നമുക്ക് x⁻, പറഞ്ഞോ 1/2 ഡിവൈഡഡ് ബൈ 1/2 = α/t. അപ്പോൾ 2√x ഈസ് = α/t. അപ്പോൾ എക്സ് ഒന്ന് സ്ക്വയർ ചെയ്യുമ്പോൾ പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? t². എത്ര പേര് ആൻസർ ചെയ്തു? ഓക്കെ, എക്സ് t² എന്താണ്? ഓക്കെ, എക്സ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? t². ശ്രദ്ധിക്കുക. ആൻസർ പറഞ്ഞില്ലല്ലോ ആരും. ഓപ്ഷൻ എ പറഞ്ഞില്ലല്ലോ. കുറേ പേര് പറഞ്ഞു. ഇപ്പോൾ ചാടി പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. എ കാർ ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് 150 km/h. ആഫ്റ്റർ അപ്ലൈയിങ് ബ്രേക്ക് ഇറ്റ് മൂവ്സ് വിത്ത് 27 meter ബിഫോർ സ്റ്റോപ്സ്.
ദ സെയിം കാർ മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 1/3 ദ റിപ്പോർട്ടഡ് സ്പീഡ്. അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ആൻസർ പറയാവോ? ചാടി പറയാവോ? നമുക്ക് ഷോർട്ട് ഇക്വേഷൻ ഉണ്ട്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈഫ് വെലോസിറ്റി ഈസ് ഇൻക്രീസ്ഡ് ബൈ, വെലോസിറ്റി ഈസ് ഇൻക്രീസ് അല്ലെങ്കിൽ ചേഞ്ച്ഡ് ബൈ n ടൈംസ്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് ചേഞ്ച്ഡ് ബൈ n² ടൈംസ്. അപ്പോൾ യു ഡാഷ് ഈസ് ഈക്വൽ ടു NU ആണെങ്കിൽ എസ് ഡാഷ് ഈസ് ഈക്വൽ ടു എന്താണ്? n²s. നിങ്ങൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കൊടുത്താൽ മതി, അല്ലെങ്കിൽ v² - u² ഈസ് ഈക്വൽ ടു 2as കൊടുത്താൽ മതി. അപ്പോൾ 2aയും 2aയും എന്താണ്? എല്ലാം ക്യാൻസൽ ആയി പോകും. അപ്പോൾ v² - u² ഈസ് ഈക്വൽ ടു എന്താ? s ആണ്. അങ്ങനെ നമുക്ക് ചെയ്യാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ വെലോസിറ്റി ഈസ് ഇൻക്രീസ്ഡ് ബൈ ഓർ ഡിക്രീസ്ഡ് ബൈ n ടൈംസ്, ദ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വിൽ ബി ചേഞ്ച്ഡ് ബൈ n² ടൈംസ്. അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എന്നിൻ്റെ വാല്യൂ എത്രയാണ് മക്കൾ പറ? സ്പീഡ് 1/3, അപ്പോൾ 1/3 ആണ് എന്നിൻ്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ എസ് ഡാഷ് ഈസ് ഈക്വൽ ടു പറഞ്ഞോളൂ, എസ് ഡാഷ് ഈസ് ഈക്വൽ ടു പറഞ്ഞു 1/3 സ്ക്വയർ ഇൻറ്റു 27 ഈസ് ഈക്വൽ ടു 1/9 ഇൻറ്റു 27. ആൻസർ എത്രയായിരിക്കും? 3 മീറ്റർ. കണ്ടോ, ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. എന്നിൻ്റെ വാല്യൂ അടിപൊളിയായിട്ട് ചെയ്യണം, അടിപൊളിയായിട്ട് ചെയ്യണം. ഒന്നുകൂടി പറ. ഇഫ് സ്പീഡ് ഈസ് ചേഞ്ച്ഡ് ബൈ n ടൈംസ്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് ചേഞ്ച്ഡ് ബൈ n² ടൈംസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 3 മീറ്റർ. അപ്പോൾ നമുക്കറിയാം, ആദ്യമേ ബ്രേക്ക് ചെയ്തപ്പോൾ 3 മീറ്റർ മാറി നിന്നെങ്കിൽ ആ സ്പീഡ് ത്രിബിൾ ചെയ്താൽ എത്ര മാറി നിൽക്കും? പറഞ്ഞോളൂ. 3ൻ്റെ സ്ക്വയർ 9, 9 ഇൻറ്റു 3 എത്രയാണ്? 27. അപ്പോൾ തിരിച്ചും കിട്ടും. അപ്പോൾ നമ്മളിവിടെ സ്പീഡ് കുറയ്ക്കുവാണെന്നാണ് പറയുന്നത്. സ്പീഡ് കൂട്ടുമ്പോഴും ഇതേ ആൻസർ തന്നെ നമുക്ക് 27 ആൻസർ കിട്ടും. ഇവിടുത്തെ ആൻസർ എത്രയാണ്? 3 ആണ്. ഓക്കെ അല്ലേടാ? അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. പറഞ്ഞോളൂ. എ പാസഞ്ചർ സിറ്റിംഗ് ഇൻ എ ട്രെയിൻ മൂവിങ് അറ്റ് 90 km/h ഒബ്സർവ്സ്, പറഞ്ഞോളൂ, ഒബ്സർവ്സ് അനദർ ട്രെയിൻ ബി മൂവിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഏത് ടൈപ്പ് പ്രോബ്ലം ആണെന്ന് പറഞ്ഞോളൂ? റിലേറ്റീവ് വെലോസിറ്റി ടൈപ്പ്. ഏത് ടൈപ്പാണ് മക്കൾ പറ? റിലേറ്റീവ് വെലോസിറ്റി ടൈപ്പ്. 8 seconds. If the velocity of the train B is 54, the length of the train B is ആണ്. അപ്പോൾ ശരിക്കും എ ട്രെയിനിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് എ പാസഞ്ചർ സിറ്റിംഗ് ഇൻ ദ എ ട്രെയിൻ. അല്ലാണ്ട് എ ട്രെയിനിൻ്റെ നിങ്ങൾ ട്രെയിൻ ടൈപ്പ് പ്രോബ്ലം എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടേക്കുന്നത് എങ്ങനെയാണ്? ഇത് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ട്രെയിൻ എയും ലെങ്ത് ഓഫ് ട്രെയിൻ ബിയും കൂടി ആഡ് ചെയ്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ശരിയല്ലേ? പക്ഷേ ഇത് ബേ ടൈപ്പ് പ്രോബ്ലമാണ്. എന്തുകൊണ്ടാണ്? ഈ പാസഞ്ചറാണ് വിത്ത് റെസ്പെക്ട് ടു. അപ്പോൾ പാസഞ്ചർ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എ ട്രെയിനിൻ്റെ ലെങ്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് ബി ട്രെയിനിൻ്റെ ലെങ്ത് മാത്രം എടുത്താൽ മതി. സെറ്റാണോടാ? 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 ആൻസർ ചാടി പറയാവോ? അപ്പോൾ നമുക്ക് VAB ഈക്വൽ ടു അല്ലല്ലോ, പാസഞ്ചർ എ സിറ്റിംഗ് അറ്റ് ഇഫ് ദ വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ ബി ദെൻ ദ ലെങ്ത് ഓഫ് VBA. പാസഞ്ചറിനാണ് VBA ഈക്വൽ ടു VB മൈനസ് VA ഈക്വൽ ടു ലെങ്ത് ഓഫ് ബി ഡിവൈഡഡ് ബൈ T ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് ബി ഈക്വൽ ടു VBA ഇൻറ്റു T ആണ്. VBA എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് 90 km/h പ്ലസ് 54 km/h ഇൻറ്റു 8 seconds ആണ്. അപ്പോൾ ഇത് 90യും 54ഉം കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 144 ഇൻറ്റു km/h m/s മാറ്റണം. അപ്പോൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു 8 seconds. ഇത് ചെയ്തു വരുമ്പോൾ ആൻസർ നമുക്ക് കിട്ടാൻ പോകുന്നത് 320 മീറ്റർ ആണ്. 320 മീറ്റർ. അതൊന്ന് റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ. അതാണ് നമ്മുടെ ട്രിക്ക്. അതേസമയം ഈ 2 ട്രെയിനുകളും ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ശരിക്കും. അപ്പോൾ ലെങ്ത് ഓഫ് ട്രെയിൻ എയും ലെങ്ത് ഓഫ് ട്രെയിൻ ബിയും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്തേ പറ്റൂ. ഓക്കെ. അപ്പം ഇതാണ് നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് സെലക്ട് ചെയ്തേക്കുന്ന പ്രോബ്ലം. കാരണം നമുക്കറിയാം 1 hour ഉള്ളൂ. 1 hour NCERT വോളിയം മൊത്തം തീരണം. അതുകൊണ്ടാണ് തിയറി നിങ്ങളെ ഞാൻ ആദ്യമേ തന്നെ ഒന്ന് സൂചിപ്പിച്ചു തരുന്നത്. ഓക്കെ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. മോഷൻ ഇൻ 2 dimension നോക്കിയിരിക്കാം, ശ്രദ്ധിക്കുക. ഇതിൻ്റെ അകത്ത് നമുക്കറിയാം
വെക്റ്റേഴ്സ് ഉണ്ട്. വെക്റ്റേഴ്സിൽ മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ളത് വെക്റ്റർ അഡീഷനോ സബ്ട്രാക്ഷനോ വെച്ചുകൊണ്ട് എന്തെങ്കിലും. നമുക്കറിയാം ഏതോ ഒരു 2 ഷിഫ്റ്റുകളിൽ phase 1 വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ നമുക്കറിയാം ഡോട്ട് പ്രോഡക്റ്റ്, അത് പവറിൽ നിന്നാണ് വന്നേക്കുന്നത്, വർക്കിൽ നിന്ന് വന്നിട്ടില്ല. ഡോട്ട് പ്രോഡക്റ്റിൽ തന്നെ ആംഗിൾ ഉള്ളത് തരാം, ആംഗിൾ ഇല്ലാത്തത് തരാം. ആംഗിൾ ഉള്ളതാണെങ്കിൽ നമുക്ക് എ ബി ഡോട്ട് പ്രോഡക്റ്റ് ചെയ്താൽ മതി, എ ബി കോസീറ്റ് എടുത്താൽ മതി. ആംഗിൾ ഇല്ലാത്തതാണെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ ആ രീതിയിൽ ചെയ്തോണം. ക്രോസ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, ശരിയല്ലേ? അപ്പോൾ വെക്റ്റേഴ്സ് നമ്മൾ മാത്സിലും പഠിച്ചിട്ടുള്ളതാണ്, വിട്ട് കളയണ്ട. പിന്നെ പ്രൊജക്റ്റൈൽ കുറേ നമുക്ക് ഷോർട്ട് ഇക്വേഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, കണ്ടോ? പ്രൊജക്റ്റൈലിലെ ഇക്വേഷൻസ് എല്ലാം ഇതാണ്. ആംഗിൾ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, ഈ ടോപ്പിക്ക് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളതാണ്. സെയിം ആംഗിൾ ആണെങ്കിൽ h1/h2 എത്രയാണ്, T1/T2 എത്രയാണ്, T1 × T2 എത്രയാണ്, T1² + T2² എത്രയാണ്, h1 + h2 എത്രയാണെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, ശരിയല്ലേ? അപ്പോൾ അതാണ് 90 തീറ്റയ്ക്കും 90 - തീറ്റയ്ക്കും റേഞ്ച് എന്തായിരിക്കും എന്നാണ് പറയുന്നത്, സെയിം ആയിരിക്കും. അവിടെ നിങ്ങൾ എടുക്കേണ്ടത് അതിലെ ചെറിയ ആംഗിളാണ് എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ 30 ഡിഗ്രിയും 60 ഡിഗ്രിയും തന്നാൽ ഈ പ്രോബ്ലം ചെയ്യാനുള്ള തീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രി ഇട്ട് പ്രോബ്ലം ചെയ്തോണം. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിരിക്കും. പിന്നെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ പഠിക്കും, ഓക്കെ അല്ലേ? സർക്കുലർ മോഷൻ, ഹൊറിസോണ്ടൽ സർക്കുലർ മോഷൻ ഉണ്ട്, വെർട്ടിക്കൽ സർക്കുലർ മോഷൻ ഉണ്ട്. ഹൊറിസോണ്ടൽ സർക്കുലർ മോഷനിലെ ചേഞ്ച് ഇൻ വെലോസിറ്റി 2v sin⁻², ചോദിക്കുന്നതാണ്, ഉറപ്പായിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. അതും ഓർത്തുകൊണ്ട് വേണം പോകാൻ. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്കുള്ളത്. പിന്നെ ബോട്ട് റിവർ പ്രോബ്ലം ടൈപ്പ് ബോട്ട് റിവർ ക്രോസിംഗ് ടൈപ്പ്, A to B, A to C, മിനിമം ടൈം, മിനിമം ഡിസ്റ്റൻസ്, ശരിയല്ലേ? വിത്ത് ദ ബാങ്ക്, വിത്ത് ദ ഫ്ലോ എല്ലാം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ മാൻ അംബർല ടൈപ്പ്, അതും റിലേറ്റീവ് വെലോസിറ്റി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, ശരിയല്ലേ? വാക്കിംഗ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര ഡിഗ്രിയിലാണ് റെയിൻ ഫോൾ ചെയ്യണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഉള്ള പ്രോബ്ലംസ്. അപ്പോൾ ഇതെല്ലാം. പിന്നെ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പ്രോബ്ലം, അത് ലോസ് ഓഫ് മോഷനായിട്ട് കണക്റ്റഡ് ആണ്. അതിവിടെ കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ബാങ്കിങ് ഓഫ് റെയിൽസ് ആൻഡ് റോഡ്സ്. പറയടാ, ബാങ്കിങ് ഓഫ് റെയിൽസ് ആൻഡ് റോഡ്സ്. അതും വരാൻ വളരെയധികം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് പറ. കഴിഞ്ഞ ഫേസിൽ വന്നിട്ടുള്ള പ്രോബ്ലംസ് ആണ് ബാങ്കിങ് ഓഫ് റെയിൽസ് ആൻഡ് റോഡ്സ്. അത് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അടിപൊളിയായിട്ട് ഈ മൈൻഡ് മാപ്പ് നിങ്ങൾ ഒന്നുകൂടിയൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാം ഹോളിൽ പോകാൻ. കണ്ടോ? കാൽക്കുലേഷൻ ഓഫ് അൺനോൺ ക്വാണ്ടിറ്റി ഫ്രം ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം അതിൻ്റെ പ്രോഡക്റ്റ് 0 ആണ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ. അപ്പോൾ പെർപെൻഡിക്കുലർ ആണെന്ന് കണ്ടാൽ നിങ്ങൾ ഡോട്ട് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക, 0 ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അൺനോൺ ക്വാണ്ടിറ്റി കിട്ടും. അതുപോലെ തന്നെ ഡോട്ട് പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റ് പഠിക്കണം. അതുപോലെ തന്നെ ബോട്ട് റിവർ ടൈപ്പ്, അതുപോലെ തന്നെ മാൻ റെയിൻ അംബർല ടൈപ്പ്, പ്രൊജക്റ്റൈൽ മോഷൻ ടൈപ്പ്, ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ, സർക്കുലർ മോഷൻ, അതുപോലെ തന്നെ കാൽക്കുലേഷൻ ഓഫ് ആവറേജ് വെലോസിറ്റി. യൂണിഫോം സർക്കുലർ മോഷനിലെ ഇക്വേഷൻ എന്താ? ഒന്നുകൂടി പറയൂ, 2v sin⁻². അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിച്ചോണം. കണ്ടോ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രൊജക്ഷൻ ഓഫ് 2y + 4j - 2k ഓൺ. അപ്പോൾ ഇത് തന്നിട്ടുണ്ട്, ഓൺ തന്നിട്ടുണ്ട്. E0 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡോട്ട് ചെയ്താൽ ആൻസർ 0 കണ്ടോ? കാൽക്കുലേഷൻ ഓഫ് അൺനോൺ ക്വാണ്ടിറ്റി, ആൽഫ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് 0 ആയിട്ട്. ഇവർ അല്ലാണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രൊജക്ഷൻ 0 ആണെന്ന്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ 2 × 1 + 4 × 2 - 2 ആൽഫ = 0. ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ് ഇത് 0 ആയത്. പ്രൊജക്ഷൻ എപ്പോഴും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും? 2 + 8 = 2 ആൽഫ. Therefore alpha is equal to 10/2 = 5. ആൻസർ കിട്ടിയായിരുന്നോ നിങ്ങൾക്ക്? ആൻസർ കിട്ടിയായിരുന്നോ? 2022 ക്വസ്റ്റ്യൻ ആയിരുന്നു. നൗറിൻ കുറേ പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. പല ഗ്രൂപ്പുകളിലായിട്ട് കുറേ പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദെൻ ദ വാല്യൂ ഓഫ് ആൽഫ വിൽ ബി 5. ഓക്കേടാ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അൺനോൺ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം വരുമെന്ന് നമ്മൾ പറഞ്ഞു, അത് വന്നു. കണ്ടോ? ഇത് 2023 ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വായിച്ചു നോക്കുക. എ ചൈൽഡ് സ്റ്റാൻഡ്സ് ഓൺ ദ എഡ്ജ് ഓഫ് എ ക്ലിഫ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ആണ്. നോക്കുക, ആ ക്ലിഫിൻ്റെ ഹൈറ്റ് എത്രയാണ്? 10 മീറ്റർ എബോവ് ദ ഗ്രൗണ്ട്. ത്രോസ് എ സ്റ്റോൺ ഹൊറിസോണ്ടലി. അപ്പോൾ എന്ത് പ്രൊജക്ഷൻ ആണെന്ന് നിങ്ങൾ തന്നെ പറ. ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ആണ്. വിത്ത് ആൻ ഇനീഷ്യൽ സ്പീഡ് 5. ഈ 5 എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് തന്നെ നമുക്ക് എഴുതാം Vx = മക്കൾ പറഞ്ഞേ
വി എക്സ് ഈക്വൽ ടു എത്രയാണെന്നാണ് പറയുന്നത് 5. അപ്പോൾ ഇവിടത്തെയും വി എക്സ് എന്ത് തന്നെയായിരിക്കും മക്കൾ പറ 5 തന്നെയായിരിക്കും. ബിക്കോസ് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച്. എന്തുകൊണ്ടാണ്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്, കാരണം ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ ആക്സിലറേഷൻ എപ്പോഴും നടക്കുന്നത് ആക്സിലറേറ്റഡ് മോഷൻ വൈ ആക്സിസിലാണ്. എക്സ് ആക്സിലോ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും എന്നാണ് പറയുന്നത്? യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. പിന്നീട് എന്താ ചോദിച്ചേക്കണേ? നെഗ്ലക്റ്റിംഗ് ദ എയർ റെസിസ്റ്റൻസ് സ്പീഡ് വിത്ത് വിച്ച് ദ സ്റ്റോൺ വിൽ ഹിറ്റ് ദ ഗ്രൗണ്ട് വിൽ ബി. അപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ വി വൈ കണ്ടുപിടിക്കണം. വി വൈ കണ്ടുപിടിക്കണമെങ്കിലുള്ള ഇക്വേഷൻ എന്താ? അതൊരു ഫ്രീ ഫോൾ. അപ്പോൾ റൂട്ട് 2gh ചെയ്താൽ മതി. 2 ഇൻറ്റു 10 ഇൻറ്റു എച്ച് എത്രയായിരുന്നു? 10 അല്ലേടാ. അപ്പോൾ ഇത് റൂട്ട് 200. വി എക്സ് എത്രയായിരുന്നു മക്കൾ പറ? വി എക്സ് ഈക്വൽ ടു 5 ആയിരുന്നു, ശരിയല്ലേ? അപ്പോൾ നമുക്ക് വി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യണം നിങ്ങൾ. ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 പ്ലസ് 200, ശരിയല്ലേ? അപ്പോൾ റൂട്ട് 225 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 15 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഇവിടുത്തെ വെലോസിറ്റി. 15 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഇവിടുത്തെ വെലോസിറ്റി. ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ. മാർക്ക് ചെയ്തവർ ഇഷ്ടം പോലെ പേര് മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെയ്യാത്തവർ പെട്ടെന്നൊന്നും ആലോചിക്കുക. എന്താണ്? ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഉള്ള വേഗതയാണ് ചോദ്യം. നമുക്കറിയാം ഇനീഷ്യലി ഇറ്റ് ഹാസ് ഓൺലി ഹൊറിസോണ്ടൽ വെലോസിറ്റി, ദാറ്റ് ഈസ് വി എക്സ്, ദാറ്റ് വിൽ ബി ഗിവൺ ആസ് 5. അവിടെ വി വൈ എന്ന് പറയുന്നത് യു വൈ എന്ന് പറയുന്നത് 0 ആയിരുന്നു. അവസാനം നമ്മൾ ഫ്രീ ഫോൾ വെച്ച് റൂട്ട് 2gh വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ റൂട്ട് 20h, എച്ച് എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 20 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 200 പ്ലസ് 25 225 ആൻസർ, റൂട്ട് ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. 2 projectiles are thrown at 30 and 60. ആ ട്രിക്കൊന്നും എൻ്റെ കുഞ്ഞുങ്ങൾ പറ. 38ഉം 68ഉം നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് തീറ്റ ആൻഡ് 90 മൈനസ് തീറ്റ കേസാണ്. ഓക്കെ, ദ റേഷ്യോ മാക്സിമം ഹൈറ്റ് എന്ന് വെച്ചാൽ ചോദ്യം എന്താണെന്ന് പറ? h1/h2 എന്നാണ്. h1/h2 ഷോർട്ട് ഇക്വേഷൻ ഞാൻ ഇച്ചിരി മുമ്പ് കാണിച്ചായിരുന്നു. h1/h2 ഈക്വൽ ടു ടാൻ സ്ക്വയർ തീറ്റ. ആ തീറ്റ എപ്പോഴും സ്മോൾ ആംഗിൾ എടുക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചേക്കുന്നത്. അപ്പോൾ സ്മോൾ ആംഗിൾ എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി. മക്കൾ പറ ടാൻ സ്ക്വയർ 30. ടാൻ 30 എത്രയാ? 1/√3. അപ്പോൾ 1/3 ആയിരിക്കും ആൻസർ. 1:3. ഓപ്ഷൻ ടൈപ്പ് ചെയ്യുക 1:3. മൈൻഡ് മാപ്പിൽ കൃത്യമായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. നോക്കുക. എന്താണ്? h1/h2 ഈക്വൽ ടു, കണ്ടോ? h1/h2 ഈക്വൽ ടു മക്കൾ പറ ടാൻ സ്ക്വയർ തീറ്റ. h1 ഇൻറ്റു h2 ഈസ് ഈക്വൽ ടു r സ്ക്വയർ ഡിവൈഡഡ് ബൈ 16. കണ്ടോ? h1 പ്ലസ് h2 ഈക്വൽ ടു r മാക്സ് ബൈ 2. അടിപൊളിയായിട്ട് സൈലം നിങ്ങൾക്ക് ഇതെല്ലാം പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക ഈ ഓപ്പർച്യൂണിറ്റി കളയരുതെന്ന്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ സ്കൂൾ ഗോയിങ്കാർ കാണുന്നുണ്ടെങ്കിൽ, പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഈ ഫേസിൽ എന്തെങ്കിലും തട്ടുകേട് വന്നാൽ ഇങ്ങോട്ട് പോരും, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. നമുക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ നമുക്ക് അഡ്മിഷൻ നേടിയെടുക്കാം കേട്ടോ. ഇതുപോലെയാണ് നിങ്ങൾക്ക് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ നിന്ന്. ഓക്കെ, അടുത്തത് കണ്ടോ? ഇന്നലത്തേനെ കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടി മുന്നോട്ട് ചാടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത നമുക്ക് ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ നിങ്ങൾക്കറിയാം. ആദ്യമേ തന്നെ വരാൻ ചാൻസ് ഉള്ളത് എന്താണ്? മൊമെൻറ്റത്തിൻ്റെ റേഷ്യോ ടൈപ്സ്. P=mv റേഷ്യോ ടൈപ്പ് പ്രോബ്ലം. അത് ചിലപ്പോൾ അസർഷൻ റീസൺ ആയിട്ട് വരാം. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ മൊമെൻറ്റം, ഇമ്പൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ബോൾ റീബൗണ്ടിങ് ടൈപ്പ്, അല്ലെങ്കിൽ ബുള്ളറ്റ് പെനട്രേറ്റിംഗ് ടൈപ്പ്, അല്ലെങ്കിൽ സ്റ്റിക്കിംഗ് ടൈപ്പ്, അല്ലെങ്കിൽ വാട്ടർ ജെറ്റ് ടൈപ്പ്, എല്ലാം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. വാട്ടർ ജെറ്റ് ടൈപ്പൊക്കെ ഉണ്ടോ? കൃത്യമായിട്ട് ചേഞ്ച് ഇൻ മൊമെൻറ്റം കണ്ടുപിടിക്കാനും ഫോഴ്സ്. നമ്മൾ പറയല്ലേ പോലീസുകാർ ഈ ആൾക്കാർ സമരം ചെയ്യുമ്പോഴത്തേക്ക് വാട്ടർ ഗൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് വരെ നമ്മൾ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേടാ? അപ്പോൾ ഇത് പഠിക്കാം. പിന്നെ പുള്ളിങ് ഫോഴ്സ്, പുഷിങ് ഫോഴ്സ്, ക്ലൈംബിങ് അപ്പ് ടൈപ്പ്, സ്ലിപ്പിംഗ് ഡൗൺ ടൈപ്പ്, അതുപോലെ തന്നെ മോഷൻ ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ്, എല്ലാ ഇക്വേഷൻസും ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം കണ്ടോ, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് കണ്ടോ. ട്രക്ക് ടൈപ്പ് പ്രോബ്ലംസ്, അതുപോലെ തന്നെ മിനിമം സ്പീഡ് ടു സ്ലൈഡ് ഡൗൺ ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്, ആംഗിൾ ഓഫ് റീപോസ് ടൈപ്പ്, എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടോ. മാൻ കേജ് ടൈപ്പ്, പിന്നെ ലാമീസ് തിയറം. അടിപൊളിയായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കുകൾ നമുക്ക് മാക്സിമം തീർക്കാം. അപ്പോൾ
റേഷ്യോ മൊമെൻറ്റം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇമ്പൾസ് ആൻഡ് ഇമ്പൾസീവ് ഫോഴ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാൽക്കുലേഷൻ ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ബോംബ് എക്സ്പ്ലോഷൻ, റീകോയിൽ ഓഫ് ദ ഗൺ എല്ലാം അവിടെ നിന്നാണ് വരുന്നത്. ഫ്രിക്ഷൻ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഫേസിലും എല്ലാം. പുള്ളിങ് എന്താണ് പുള്ളിങ് ഫോഴ്സിലെ ടെൻഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? പുള്ളിങ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു മാസ് ബിഹൈൻഡ്. പുഷിംഗ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു മാസ് ഹെഡ്. അതെല്ലാം പുഷിംഗ് ഒക്കെ ചോദിക്കുന്നതാണ്. ക്ലൈംബിംഗ്, മങ്കി ക്ലൈംബിംഗ് അപ്പ് ടൈപ്പ്, ഫയർമാൻ സ്ലിപ്പിംഗ് ടൈപ്പ്, ഫ്രീ ബോഡി ഡയഗ്രാം. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള പുള്ളീസൊക്കെ ചെയ്യുന്നത്. കോമൺ ആക്സിലേഷൻ ഒക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള പുള്ളീസ്, ടെൻഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നത് ഫ്രീ ബോഡി ഡയഗ്രാം വെച്ചുകൊണ്ടാണ്. ഓക്കെ അല്ലേടാ? പ്രോബ്ലത്തിലേക്ക് കിടക്കാം. നോക്കൂ, ആദ്യത്തെ തന്നെ 2023 ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, നിങ്ങൾക്ക് ഞാൻ ആദ്യമേ തന്ന സ്ലൈഡുകൾ 24 എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? ആണ്. അപ്പോൾ നമുക്കിനി ബാക്കിലേക്കുള്ള ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടേണ്ടത്. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്. ഓക്കെ, അപ്പോൾ 2024 എല്ലാം കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട്. ഓക്കെ, ഇത് 23 ക്വസ്റ്റ്യൻ ആണ്. ഫ്രീ ബോഡി ഡയഗ്രമാണ്. √3 കിലോഗ്രാം, √3 കിലോഗ്രാം. അതുപോലെ തന്നെ 30 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താ? ടെൻഷൻ. ഈ ടെൻഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സെറ്റാണോടെ? ആൻസർ പറ. അപ്പോൾ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വേണ്ട. ഇത് എനിക്ക് ലാമീസ് തിയറമാണ് ഇവിടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ കൂടി വരച്ചാൽ നിങ്ങൾക്കറിയാം ഇത് എത്ര ഡിഗ്രി ആയിരിക്കും പറ? 30 ഡിഗ്രി. ഇത് എത്ര ഡിഗ്രി ആയിരിക്കും പറ? 90 ഡിഗ്രി. അപ്പോൾ ടോട്ടൽ എത്ര ഡിഗ്രി ആയിരിക്കും പറ? 120 ഡിഗ്രി. അപ്പോൾ നമുക്കറിയാം വൺ ഓഫ് ദ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ആംഗിൾ ബിറ്റ്വീൻ ദ അതർ ടു എപ്പോഴും എന്തായിരിക്കണമെന്നാണ് പറയുന്നത്? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ പറ, കണ്ടുപിടിക്കേണ്ടത് ടെൻഷൻ ഡിവൈഡഡ് ബൈ അതിൻ്റെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. സൈൻ 90. കഴിഞ്ഞ ഫേസിൽ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഈസ് ഈക്വൽ ടു mg. അപ്പോൾ √3 × 10 ഡിവൈഡഡ് ബൈ സൈൻ 120. സൈൻ 120 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ടെൻഷൻ ഈസ് ഈക്വൽ എന്ത് വരും? √3 × 10 ഡിവൈഡഡ് ബൈ സൈൻ √3/2. 120 എത്രയാണ്? സൈൻ 180 മൈനസ് 60. അപ്പോൾ √3/2. അപ്പോൾ √3 കട്ട് എത്രയായിരിക്കും ആൻസർ? 20 ന്യൂട്ടൺ. ആൻസർ എഴുതിയോ? ഒരാൾ തെറ്റിച്ചു. കറക്റ്റ് ചെയ്യണം കേട്ടോ, കറക്റ്റ് ചെയ്യണം. ഒരാൾ തെറ്റിച്ചു. ബാക്കിയുള്ളവരെല്ലാം എഴുതിയേക്കുന്നത് 20 ന്യൂട്ടൺ തന്നെയാണ്. ഓക്കെ, ഗ്യാവിൻ അതൊന്ന് കറക്റ്റ് ചെയ്യണം. 20 ന്യൂട്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കും. മങ്കി ടൈപ്പ് കണ്ടോ? മങ്കി ക്ലൈംബിംഗ് അപ്പ് ടൈപ്പ്. അനന്തു, ഓക്കെ. എ മങ്കി ഓഫ് മാസ് 50 കിലോഗ്രാം ക്ലൈംസ് ഓൺ എ റോപ്പ് വിച്ച് ക്യാൻ വിസ്റ്റാൻഡ് എ ടെൻഷൻ. അപ്പോൾ 350 കൂടുതൽ പോയി കഴിഞ്ഞാൽ എന്താ? ഉറപ്പായിട്ട് അത് പൊട്ടിപ്പോവും. അപ്പം നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ചെയ്യാവുന്ന ആക്സിലറേഷൻ്റെ മാക്സിമാണ്. ഇനി മൂവിങ് ഡൗൺ ആണെങ്കിൽ ആക്സിലറേഷൻ്റെ മിനിമമാണ്. അതിൽ കുറവാണെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ ക്ലൈംബിംഗ് അപ്പിലാണെങ്കിൽ ആക്സിലറേഷൻ മാക്സിമം. അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഫ്രീ ബോഡി ഡയഗ്രാം നോക്കണ്ട. ലിഫ്റ്റ് മൂവിങ് അപ്പിൻ്റെ ഇക്വേഷൻ T = m × G + A. താഴത്തോട്ടാണെങ്കിൽ T = m × G - A ചെയ്താൽ ആൻസർ കിട്ടും. ഫ്രീ ബോഡി വെച്ച് ചെയ്യണമെങ്കിൽ സ്റ്റെപ്പ് ഇച്ചിരി കൂടി കൂടോടാ. നമ്മൾ X ആക്സും Y ആക്സും റിസോൾവ് ചെയ്യണ്ടേ? അതിൽ നല്ലത് ഇതല്ലേ? പെട്ടെന്ന് തന്നെ കിട്ടിയില്ലടാ അനന്തു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഇതെന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ്? ഓക്കെ, മങ്കി ഓഫ് മാസ് തന്നിട്ടുണ്ട്, മാക്സിമം ടെൻഷൻ തന്നിട്ടുണ്ട്, ക്ലൈം അപ്പാണ്. അപ്പോൾ T = എന്താണ്? m × പറഞ്ഞോളൂ G + A = എത്രയായിരുന്നു? എത്രയായിരുന്നു പറഞ്ഞേ? എത്രയായിരുന്നു? ഓപ്ഷൻ കിട്ടി. വെരി ഗുഡ്. 30 അല്ലല്ലോ, 350 = 50 × 10 + A എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? മൂവിങ് അപ്പ് 4 അല്ലല്ലോ, മൂവിങ് അപ്പ് 5. അപ്പോൾ = 350. ഇപ്പുറത്തെ സൈഡിൽ എന്ത് വന്നു? 15 × 5 50 × 15 750 ഗ്രേറ്റർ ദാൻ 350 ആണ്. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യും? പറഞ്ഞോളൂ. പൊട്ടിപ്പോ. ക്ലിയർ ആയോ? കാര്യം 350 വരെ ആ റോപ്പ് പിടിക്കുകയുള്ളൂ. ക്ലൈംബ് അപ്പ് ചെയ്യുമ്പോൾ ഇവൻ പ്രൊവൈഡ് ചെയ്യുന്നത് എത്രയാണ്? ഇവൻ്റെ അപ്പാരൻ്റ് വെയിറ്റ് എത്രയായിട്ട് വന്നു? 50 × 15. അപ്പോൾ 750 വന്നു. ഇതാണ് ആൻസർ. ഇനി പോട്ടെ, അടുത്ത ഇത് അപ്പിൻ്റെ കേസ്. ഇനി ഡൗണിൻ്റെ കേസ് പറ. T = m × G - A. T എന്ന് പറഞ്ഞാൽ 350 അവിടെ നിൽക്കട്ടെ. m എത്രയായിരുന്നു? 50 × G - A 5 ആണ്. അപ്പോൾ ഇതെത്ര കിട്ടി നമുക്ക്? 250 വന്നു അല്ലല്ലോ. G - 4
എ എന്ന് പറയുന്ന 4 ആണ്. അപ്പോൾ 10 - 4 is equal to 50 into 6 is equal to 300. അപ്പോൾ 350 ഗ്രേറ്റർ ദാൻ 300 ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബ്രേക്ക് ആകത്തില്ല. കാര്യം റോപ്പിന് 350 വരെ പിടിക്കാൻ പറ്റും. ഇവൻ്റെ അപ്പാരൻ്റ് വെയിറ്റ് എത്രയേ വന്നിട്ടുള്ളൂ? 300 വന്നിട്ടുള്ളൂ. അപ്പോൾ മൂവിങ് ഡൗൺ സേഫാണ്. മൂവിങ് അപ്പാണെന്ത് ബ്രേക്ക് ആവും. ഉറപ്പായിട്ട് വയർ ബ്രേക്ക് ആവും. ഓപ്ഷൻ പറഞ്ഞു, റോപ്പ് വിൽ ബ്രേക്ക് വൈൽ ക്ലൈംബിങ് അപ്വേഡ്. ഇതാണ് ഓപ്ഷൻ സി. കറക്റ്റ് അല്ലേ? അപ്പോൾ നല്ല 2 കേസും ക്ലബ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. 2022 ക്വസ്റ്റ്യൻ ആണ്. മുന്നോട്ട് പോകാം. അടുത്ത പുള്ളി ടൈപ്പാണ്. 2 masses 5 kilogram ആൻഡ് 4.8 kilogram tied to a string are hanging over a light frictionless pulley. What is the acceleration of the masses when we left free to move? ഓക്കെ, അപ്പോൾ ഇവിടെ കോമൺ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. കോമൺ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഡ്രൈവിംഗ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് m1 - m2 × g ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് m1 + m2. അപ്പോൾ ഡിഫറൻസ് ഇൻ മാസ് എത്രയായിരുന്നു? മക്കൾ തന്നെ പറ, ഡിഫറൻസ് ഇൻ മാസ് എത്രയായിരുന്നു? അല്ലെങ്കിൽ നിങ്ങൾ പണ്ടത്തെ മെത്തേഡായിരിക്കും ചെയ്യുന്നത്, ഫ്രീ ബോഡി ഡയഗ്രാം വെച്ചായിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഏതൊരു പുള്ളിയിലാണെങ്കിലും നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇത്. അപ്പോൾ ഡ്രൈവിംഗ് ഫോഴ്സ് എത്രയാണ്? 0.2 × 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് പറ 9.8. ശരിയല്ലേ? 9.8. ഓക്കെ, 9.8. അപ്പോൾ ഇവിടെ എത്ര വരും? 2 ഡിവൈഡഡ് ബൈ 9.8. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 9 ആണെങ്കിൽ ഏതാണ്ട് എത്ര വരും ആൻസർ? ഓക്കെ, 0.2. ഓപ്ഷൻ കിട്ടിയ സി മാർക്ക് ചെയ്തവർ ഒത്തിരി പേരുണ്ട്. 2/10 ആണെങ്കിൽ തന്നെ നിങ്ങൾ പറ 20/10 2 അല്ലേ? അപ്പോൾ 0.2 അടുത്ത ആൻസർ. അങ്ങനെയുള്ളവരെന്നേ ഉള്ളൂ ഓപ്ഷൻ. ടൈപ്പ് ചെയ്യ്. അടുത്ത ക്വസ്റ്റ്യൻ. എ ബ്ലോക്ക് ഓഫ് മാസ് M, ക്യാപിറ്റൽ M, ഈസ് പുൾഡ് ഓൺ എ ഹൊറിസോണ്ടൽ ഫ്രിക്ഷൻലെസ് സർഫസ് ബൈ എ റോപ്പ് ഓഫ് മാസ് M. അപ്പോൾ ഒരു ബോഡിയുടെ മാസ് ക്യാപിറ്റൽ M ആണ്. അതിനെ വലിച്ചുകൊണ്ട് പോകുന്ന റോപ്പിൻ്റെ മാസ് എന്താണ്? സ്മോൾ ലെറ്റർ M ആണ്. If a force P is applied at the free end of the rope, the force exerted by the rope on the block will be. അപ്പം ഇങ്ങനൊരു ഫിഗർ കാണിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് പറയാൻ സാധിക്കും, സാറ് ഇവിടുത്തെ ടെൻഷനാണ് ചോദ്യം, അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഫോഴ്സാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെൻഷൻ ഈസ് ഈക്വൽ ടു, ഒന്നുകൂടി എഴുതാം, പുള്ളിങ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു മാസ് ബിഹൈൻഡ്. പുള്ളിങ് ഫോഴ്സ് എത്രയാണ്? P ബൈ ടോട്ടൽ മാസ് എത്രയാണ്? M + M. മാസ് ബിഹൈൻഡ് എന്താ? ക്യാപിറ്റൽ M. അപ്പോൾ P ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ M + M. ഓപ്ഷൻ കണ്ടോ? തെറ്റിച്ചു. P ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ. ഇതൊക്കെയാണ് ഈ മൈനർ മിസ്റ്റേക്സിലൂടെ നമുക്ക് മാർക്ക് പോകുന്ന കേസ്. അങ്ങനെ ഒരിക്കലും വരുത്തരുത്. മൈനർ മിസ്റ്റേക്സ് ഒരിക്കലും വരുത്താൻ പാടില്ല. നമ്മുടെ കയ്യിലിരുന്ന അതെന്തോരം നഷ്ടം നമുക്കുണ്ടാവും പെർസെൻറ്റൈലിൽ. ഒരിക്കലും അങ്ങനെ വരുത്തരുത്. ഓപ്ഷൻ ഡി തന്നെയാണ്, നിഹാൽ. ഓക്കെ, ഇനി അത് വരുത്തരുത് കേട്ടോ, ശ്രദ്ധിക്കുക. 3 ഐഡൻറ്റിക്കൽ ബ്ലോക്സ് ഓഫ് മാസ്, എല്ലാം ഐഡൻറ്റിക്കലാണ്. 2 പുള്ളിങ് ഫോഴ്സ് 10.2. ആക്സലറേഷൻ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് എ ടെൻഷൻ ബിറ്റ്വീൻ B ആൻഡ് C? അപ്പോൾ ഇവിടുത്തെ ടെൻഷനാണ് ചോദ്യം. ഓക്കെ, ആൻസർ തന്നെ നിങ്ങൾ തന്നെ ചാടി പറ. അടുത്ത ഫേസിലെ ഏതെങ്കിലും ഷിഫ്റ്റിൽ ഇത് വരും. പറയൂ. പുള്ളിങ് ഫോഴ്സ്, ടെൻഷൻ ഈസ് ഈക്വൽ ടു പുള്ളിങ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു മാസ് ബിഹൈൻഡ്. പുള്ളിങ് ഫോഴ്സ് എത്രയായിരുന്നടാ? 10.2 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എത്രയായിരുന്നടാ? 2 × 3 6 ഇൻറ്റു മാസ് ബിഹൈൻഡ് 2. ഇതും കട്ട് ചെയ്യുമ്പോൾ 3. അപ്പോൾ നമുക്ക് ആൻസർ ഇവിടെ തന്നിട്ടുണ്ടാവും. 3.4 ആയിരിക്കും ആൻസർ. അല്ലേടാ? ചെയ്ത് പറ. പുള്ളിങ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു മാസ് ബിഹൈൻഡ്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ട്. മാസ് ബിഹൈൻഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണെങ്കിൽ ഓക്കെ പറ. ഓക്കെ, ഓപ്ഷൻ ബി. അടിക്കുന്നുണ്ട് കുട്ടികൾ അടിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ ടൈം ടേക്കൺ ബൈ ആൻ ഒബ്ജക്റ്റ് ടു സ്ലൈഡ് ഡൗൺ ത്രൂ 45 degree ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈസ് n times slide down perfectly smooth inclined. The coefficient of kinetic friction between the object and the inclined plane is. 2023 ചോദിച്ചു,
2024 ഫേസ് 1-ൽ ചോദിച്ചു റിപ്പീറ്റ് ചെയ്തു. 2024-ൽ ആൻസർ നിങ്ങൾ തന്നെ കാണാപ്പാടം പറയേണ്ടതാണ്. ഓപ്ഷൻ ഡി ആണ്. ഇത് ഷോർട്ട് ഇക്വേഷൻ തന്നെയാണ്. ഇനി വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം. എന്താണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്? ഈ എസ് എന്ന് പറയുന്നത് S1 S2 എന്താണ്? ഈക്വൽ ആണ്. സ്മൂത്തിൽ ടി ടൈം എടുത്താൽ റഫിൽ NT ടൈം എടുക്കും. സ്മൂത്തിൽ എ എന്ന് പറഞ്ഞാൽ G sin θ മാത്രമേ ഉള്ളൂ. ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ആക്സിലറേഷൻ മാത്രമേ ഉള്ളൂ. ഈ റഫിൽ എന്ത് വരും? G sin θ മൈനസ് μg cos θ. ശരിയല്ലേടാ? എസ് ഈസ് ഈക്വൽ ടു എന്താ കൊടുക്കാൻ പോണേ? UT + ½ AT² ആണ്. അപ്പോൾ നമുക്ക് എസ് ക്യാൻസലാണ്. കാര്യം രണ്ടും ഈക്വൽ ആണ്. രണ്ടും റെസ്റ്റിൽ നിന്നാണ്. ഹാഫ് ക്യാൻസലാണ്. അപ്പോൾ A1 T1² ഈക്വൽ ടു എന്താണ്? A2 T2². സെറ്റാണോടാ? A1 എന്താ? G sin θ, അത് sin 45 T² ഈക്വൽ ടു പറഞ്ഞു G sin θ മൈനസ് μg cos θ ഇൻറ്റു N² T². ഓക്കെ ആണെങ്കിൽ ഓക്കെ പറഞ്ഞു. അതിൽ T²ും കട്ട്, G കട്ട്. ഇനി കോസും സൈനും എങ്ങനെ പോയെന്ന് എന്നോട് പറ. രണ്ടും 45 ഡിഗ്രിയാണ്. അപ്പം സൈൻ പോയി കോസ് പോയി. കണ്ടോ? ഒന്നും ഇല്ലാണ്ടായി. 1 ഈക്വൽ ടു പറയും 1 മൈനസ് μ ഇൻറ്റു N² ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒന്നാമത്തെ ഓപ്ഷൻ ഡി ഓപ്ഷൻ കിട്ടും. സെറ്റായോടാ? അപ്പം സ്മൂത്തിൽ പോകുന്ന ടി ടൈം ആണെങ്കിൽ റഫിൽ സ്ലൈഡ് ഡൗൺ ചെയ്യാനായിട്ട് NT എടുത്തെന്ന് പറഞ്ഞാൽ ഷോർട്ട് ഇക്വേഷൻ എന്താണ്? മ്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 1 മൈനസ് 1/n² അല്ലെങ്കിൽ N² മൈനസ് 1/n². എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഇത് കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. ഇത് മാത്രമാണ് 2023-ൽ ആ ചാപ്റ്ററിൽ നിന്ന് ഇച്ചിരി ടഫായിട്ട് വന്നേക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. കൺസിഡർ എ ബ്ലോക്ക് കെപ്റ്റ് ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ as shown in the figure. If force required to just push it up is 2 times the force required to prevent a slip down, the coefficient of friction between the block and the plane is equal to. അപ്പോൾ നമുക്ക് രണ്ട് കേസുകളുണ്ട്. ഒന്ന്, താഴത്തോട്ട് ഫ്രീ ബോഡി ഡയഗ്രം എന്താണ്? mg sin θ. ശരിയല്ലേ? ഇതാണ് F1 എന്ന് പറയുന്നത്. ഇവിടുത്തെ ഫ്രിക്ഷൻ ഏതാ? ഇതും താഴത്തോട്ടാണ് μmg cos θ. അപ്പോൾ F1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? F1 ഈക്വൽ ടു mg sin θ പ്ലസ് μmg cos θ. ഇത് ചെയ്ത് വരുമ്പോൾ mg കോമൺ ഫാക്ടർ വെളിയിലാണ്. ബൈ √2 രണ്ടിടത്തുനിന്നും പുറത്തേക്ക് വന്നു ഇൻറ്റു 1 മൈനസ് μ വരും. ഓക്കെ അല്ലേ? 1 പ്ലസ് μ വരും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അതിപ്പോൾ പറയണ്ട, ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് പറയാം. F2 എന്ന് പറയുന്നത് നമുക്കറിയാം. ഇങ്ങോട്ട് എന്തുണ്ട്? mg sin θ. ഇങ്ങോട്ട് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പം μmg cos θ. ഇങ്ങോട്ട് എന്തുണ്ട്? F2 ഉണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി, അതിനകത്ത് മനസ്സിലാവും. കണ്ടോ? ഫോഴ്സ് റിക്വയർഡ് ടു ജസ്റ്റ് പുഷ് അപ്പ് ഈസ് 2 ടൈംസ് റിക്വയർഡ് ടു പ്രിവെൻറ്റ് സ്ലൈഡിങ് ഡൗൺ. ഇത് നമുക്ക് വന്നിട്ടുണ്ട്, ഫേസ് 1-ൽ വന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ F2 എന്ന് പറയുന്നത് എന്താണ്? പറയും mg sin 45 മൈനസ് μmg cos 45. ഓക്കെ, ഇത് ചെയ്ത് വരുമ്പോൾ എന്ത് കിട്ടും? mg ബൈ √2 ഇൻറ്റു 1 മൈനസ് μ. ഓക്കെ അല്ലേടാ? ഇവർ പറഞ്ഞിട്ടുണ്ട് F1 ഈക്വൽ ടു 2 ടൈംസ് F2. അപ്പോൾ mg ബൈ √2 ഇൻറ്റു 1 പ്ലസ് μ ഈക്വൽ ടു 2 ഇൻറ്റു mg ബൈ √2 ഇൻറ്റു 1 മൈനസ് μ. ഇത് സോൾവ് ചെയ്യുമ്പോൾ 3μ മൈനസ് 1 ഈക്വൽ ടു 3μ ഈക്വൽ ടു 1 കിട്ടും. ദാറ്റ് ഈസ് μ ഈക്വൽ ടു എന്ത് കിട്ടും? 1/3 എന്ന് വെച്ചാൽ 0.033. അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. വെലോസിറ്റി വെക്ടർ, ഇലാസ്റ്റിക് കൊളീഷൻ, ഫോർ എക്സാമ്പിൾ ബുള്ളറ്റ് സ്ട്രൈക്കിംഗ് എ വാൾ. എന്താണ്? വെലോസിറ്റി ഈസ് എ ഫാക്ടർ ഫോർ ഇലാസ്റ്റിക് കൊളീഷനോ? എടാ, ബുള്ളറ്റ് സ്ട്രൈക്ക് ചെയ്യണമെന്നും ഇലാസ്റ്റിക് കൊളീഷൻ അല്ല, ഓടിക്കും ഞാൻ. ഓക്കെ, ഇലാസ്റ്റിക് കൊളീഷൻ ആപ്പാടെ ഏത് മാത്രമേ ഉള്ളൂ? കൈനറ്റിക് ഗ്യാസസ്. അത് സ്ട്രിക്ട്ലി എന്താണ്? ഇലാസ്റ്റിക് ആണ്. അതുകൊണ്ടാണ് അവിടെ പൊട്ടൻഷ്യൽ എനർജി ഇല്ലാത്തത്. അവിടെ മാത്രമാണ്
എന്താണ് മൊമെൻറ്റോ എനർജിയും കൺസർവ് ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ കൊളീഷൻസും ഇൻഇലാസ്റ്റിക്കാണ്. സ്റ്റിക്ക് ചെയ്യണ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ 1 യൂണിറ്റ്സ് കഴിഞ്ഞ് 1D കഴിഞ്ഞ് 2D കഴിഞ്ഞ് ലോസ് ഓഫ് മോഷൻ കഴിഞ്ഞു. ഓക്കെ, ദെൻ വർക്ക് എനർജി ആൻഡ് പവർ. മുന്നോട്ട് പോകാം. മൈൻഡ് മാപ്പിൽ കാര്യങ്ങളെല്ലാം ഉണ്ട്, നിങ്ങൾക്കറിയാം. വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് അറിയാം. വർക്ക് നമുക്കറിയാം വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ ഇൻ്റഗ്രേഷൻ മെത്തേഡ് ആയിരിക്കും. ഫോഴ്സിൻ്റെ അകത്ത് വേരിയബിൾ ആണോ എന്ന് നോക്കുക, ആംഗിൾ ഇല്ലെങ്കിലുള്ള കാര്യങ്ങൾ നോക്കുക. ആ സ്റ്റെപ്പിൻ്റെ പ്രോബ്ലംസ് കഴിഞ്ഞ ഫേസിൽ വന്നതാണ്. എനർജി പഠിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻസ്. ഇത് നമ്മൾ ഷോർട്ട് ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതാണ്. ചെയിനിൻ്റെ കേസ് mg(L/2n²) n ഭാഗം ലെങ്തിൻ്റെ L പീസ് ഹാങ് ഡൗൺ ആണെങ്കിൽ അതിനെ മേളിൽ കയറ്റാൻ എടുക്കുന്നത് സെൻട്രൽ ഓഫ് മാസിൻ്റെ കൺസെപ്റ്റാണ്, പഠിച്ചോണം. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി പഠിച്ചിട്ടുണ്ട്. സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ന്യൂട്രൽ ഇക്വിലിബ്രിയം എല്ലാം പഠിച്ചിട്ടുണ്ട്. പവർ, ശരിയല്ലേ, എനർജി കർവുകൾ, ഓക്കെ, കൊളീഷൻസ്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സുകളിൽ. ഇതാണ് ആ ബോൾഡ് റീബൗണ്ടിങ് കേസുകൾ. ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ, ടോട്ടൽ ടൈം ടേക്കൺ, അതുപോലെ തന്നെ ഓരോ ടൈമിൽ. ഇതാണ് ലോസ് ഓഫ് എനർജിയുടെ പ്രോബ്ലം. ഇത് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയിൽ 1/2 I1I2 ഡിവൈഡഡ് ബൈ I1 + I2 ഇൻറ്റു ω1 - ω2² കപ്പാസിറ്റേഴ്സിൽ 1/2 ഇൻറ്റു C1 C2 ഡിവൈഡഡ് ബൈ C1 + C2 ഇൻറ്റു V1 - V2². ഇവിടെ എന്താ വന്നേക്കണേ? 1/2 ഇൻറ്റു M1 M2 ഡിവൈഡഡ് ബൈ M1 + M2 ഇൻറ്റു U1 - U2². അടിപൊളിയല്ലേടാ? അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ക്ലാസ്സുകളിലൂടെ കിട്ടിയിട്ടുള്ളതാണ്. ആംഗിൾ തന്നിട്ടില്ലെങ്കിൽ ലോവറിങ് എ ബോഡി വിത്ത് ആൻ ആക്സിലറേഷൻ. ഒരു ബാഗ് എടുത്ത് താഴത്തേക്ക് വെക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് നെഗറ്റീവാണ്. കാരണം നമ്മുടെ ഫോഴ്സ് മേപ്പോട്ടാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ലോവറിങ് എ ബോഡി വിത്ത് ലെസ് ദാൻ ആക്സിലറേഷൻ ഫേസ് 1 വന്നിട്ടില്ല. അപ്പോൾ ഫേസ് 1 ഫേസ് 2 വരാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലോവറിങ് എ ബോഡി ടൈപ്പ്. അതുപോലെ തന്നെ കൈനറ്റിക് എനർജി മൊമെൻ്റം റേഷ്യോ ടൈപ്പ്. ഇനി ഫസ്റ്റ് ഫേസിൽ വരാത്ത പെർസെൻറ്റേജ് എറർ, ആ ടൈപ്പ് വന്നിട്ടില്ല. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫേസ് 1 വന്നിട്ടില്ല. വരും. വർക്ക് എനർജി തിയറം പിന്നെ ഞാൻ പറയാണ്ട് തന്നെ അറിയാം. എല്ലാ പ്രോബ്ലം ചെയ്യണമെങ്കിൽ എന്ത് വേണം? വർക്ക് എനർജി തിയറം വേണം. പവർ, അതുപോലെ തന്നെ കൊളീഷൻ, ഇതൊക്കെയാണ് ഈ ടോപ്പിക്കിലുള്ളത്. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. എ ബ്ലോക്ക് ഓഫ് മാസ് പറഞ്ഞ മക്കൾ 10 കിലോഗ്രാം. അപ്പോൾ മാസ് ഉണ്ട്. ഫോഴ്സ് എന്താണ്? വേരിയബിൾ ഫോഴ്സ് അല്ലേ? വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ നമുക്ക് വേറൊരു രക്ഷയില്ല. എന്ത് മെത്തേഡേ സാധിക്കുള്ളൂ? ഇൻ്റഗ്രേഷൻ മെത്തേഡ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ മെത്തേഡാണ്, വേരിയബിൾ ഫോഴ്സ് ആണ്. മക്കൾ പറഞ്ഞു വർക്ക് W = F.dx ഫ്രം x1 to x2. ഇനി അത് y ഉണ്ടെങ്കിൽ yയും ചെയ്യണം, z ഉണ്ടെങ്കിൽ zയും ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 5 × x²/2 ഫ്രം x1 എത്രയായിരുന്നു? 2 to 4. അപ്പോൾ 5/2 പുറത്ത് വന്നു. ഇൻറ്റു 4ൻ്റെ സ്ക്വയർ 16 മൈനസ് 2ൻ്റെ സ്ക്വയർ 4. അപ്പം എന്ത് വന്നു? 5/2 ഇൻറ്റു 12 6 30. ആൻസർ 30 ജൂൾ. എത്ര പേര് ആൻസർ ചെയ്തു? ഈ ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ എക്സ് കണ്ടാൽ അപ്പം തന്നെ ഇൻ്റഗ്രേഷൻ മെത്തേഡാണ്. എക്സും വൈയും ഇസഡും ഒക്കെ വന്നാൽ മൂന്നും കൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ FY FX SX, ഇൻ്റഗ്രൽ FY DY പ്ലസ് ഇൻ്റഗ്രൽ FZ DZ. അതിൻ്റെ ലിമിറ്റും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. ടു മെയിൻറ്റെയിൻ എ സ്പീഡ് ഓഫ് 80 കിലോമീറ്റർ എ ബസ് ഓഫ് മാസ് തന്നിട്ടുണ്ട്. 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് വർക്ക് ഡൺ ബൈ ദ എൻജിൻ വിൽ ബി. കോഷൻ ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ ട്രിക്ക് എന്ന് പറഞ്ഞു തന്നെ നമ്മളവനെ ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കണ്ട, കോൺസ്റ്റൻറ്റ് വെലോസിറ്റി പോയാൽ മതി. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഫ്രിക്ഷനെതിരായിട്ട് മാത്രമാണ്. അപ്പോൾ W = F.S ആണ്. ആ എഫ് MA + μmg × S എന്ന് ഞാൻ വേണമെങ്കിൽ എഴുതാം. പക്ഷേ ഇത് യൂണിഫോം വെലോസിറ്റി ആയതുകൊണ്ട് 0 ആണ്. അപ്പോൾ μmg × S മാത്രം ചെയ്താൽ മതി. എത്ര ഇടാം? 4 × 10⁻². M എത്രയായിരുന്നു? 5 × 10⁻². ഇൻറ്റു G10 ഇൻറ്റു S എത്രയായിരുന്നു? 4 × 10⁻3. അപ്പോൾ 10⁻² 10⁻² തമ്മിൽ ക്യാൻസൽ ചെയ്തു. ശരിയല്ലേ? 4 × 4 16 അല്ലേ? എന്തെങ്കിലും പറ്റിയോ?
4 into 4, 16 into 5. 16 into 5. 8, 80. 10 raised to 800 kilojoule. Answer 800 kilojoule. ചെയ്തോ 800 kilojoule കിട്ടിയോ? ശരിക്കും ഇത് ന്യൂമറിക്കൽ ടൈപ്പാണ്. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടി വരും. കറക്റ്റായിട്ട് ജിക്ക് 9.8 തന്നെ കൊടുത്ത് ചെയ്യേണ്ടി വരും. കാരണം ജിക്ക് 10 കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ചെയ്തു വരുമ്പോൾ ആൻസർ കിട്ടാൻ പോകുന്നത് 784 കിലോജൂളാണ്. അപ്പോൾ 784 കിലോജൂളാണ്. ഓപ്ഷൻ ടൈപ്പ് ആയിരുന്നെങ്കിൽ നമുക്ക് 800ൻ്റെ അടുത്തുള്ള ആൻസർ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇത് ന്യൂമറിക്കൽ ടൈപ്പ് ആയതുകൊണ്ട് 2023 ക്വസ്റ്റ്യൻ ആണ്. ന്യൂമറിക്കൽ ടൈപ്പ് ആയതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ എന്ത് തന്നെ കൊടുക്കണം? പറഞ്ഞോളൂ. അതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചെയ്യാം. പവർ എ പോർട്ടർ ലിഫ്റ്റ്, ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ലോവറിങ് എ ബോഡി വിത്ത് ലെസ് ദാൻ ജി എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ. മാസ് എത്രയാണ്? 80 കിലോഗ്രാം. 80 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ ഇല്ല. ലോവറിങ്. അപ്പോൾ എന്തായാലും ആൻസറിൽ നെഗറ്റീവ് വേണം. വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റി പോസിറ്റീവ് ആണ്, വർക്ക് ഡൺ ബൈ ദ പോർട്ടർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം W = mgh. നെഗറ്റീവ് വരാൻ കാര്യം എന്താ? cos 180. ഓക്കെ, ഇത് ചെയ്തു വരുമ്പോൾ -80 ഇൻറ്റു ജി 9.8 അല്ലെങ്കിൽ 10 കൊടുക്കാം. ഓപ്ഷൻ ടൈപ്പ് അല്ലേ? 10 ഇൻറ്റു എച്ച് എത്രയായിരുന്നു? 8 ഇൻറ്റു 10 റൈസ് -1. എന്നിട്ട് 64 കൂട്ടി ആൻസർ. നെഗറ്റീവ് ഉള്ള 64 കൂട്ടി. ഒരു 10 ഒരു 10 റൈസ് -1 വെട്ടിപ്പോയി. അപ്പോൾ 64ൻ്റെ കൂട്ടത്തിൽ ഒരു 0 കൂടി വരുമ്പോൾ ഓപ്ഷൻ ബി. 2021 ക്വസ്റ്റ്യൻ ആണ്. A-D. പക്ഷേ A0 ആണ് ഡാർവിൻ. A0 ആണ്. അതുകൊണ്ട് ആക്സലേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ അവർ പറയും ആക്സലേഷൻ 4 എന്നൊക്കെ പറയും. അപ്പോൾ ലെസ് ദാൻ G. അപ്പോൾ G - A കൊടുക്കണം. ഓക്കെ. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. കഴിഞ്ഞ ഫേസിൽ വന്നിട്ടുള്ള പ്രോബ്ലം ആണ് കേട്ടോ. ഇനീഷ്യലി ആദ്യമേ അവർ വലിച്ചത് 5 സെൻറ്റിമീറ്റർ ആയിരുന്നു. അടുത്തത് 5 കൂടി വലിക്കാൻ വേണ്ട വർക്കാണ്. ഒരിക്കലും ഇത് ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? W1 എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആദ്യമേ വലിക്കാൻ. ഇതാണ് W1. ½ K ഇൻറ്റു ∆L². അപ്പോൾ ½ K ഇൻറ്റു 5². 5 ഇൻറ്റു 10⁻². അത് ചെയ്താൽ മതി. അതാണ് എന്ത്? ഇതിനെ എക്സ് എന്ന് വിളിക്കാം. ½ KX² തന്നിട്ടുണ്ട്. ഇനി ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ½ K ഇൻറ്റു x+y². അപ്പോൾ W2 എന്ന് പറയുന്നത് W - W1 ചെയ്യണം. അപ്പോൾ ½ K ഇൻറ്റു x+y² -½ KX² ആണ് ആൻസർ. അതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടിക്കോളും. വെരി ഗുഡ്. അത് തന്നെ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് പ്രശ്നമില്ല. W2 എന്ന് പറയുമ്പോൾ W ½ K ഇൻറ്റു K ഇൻറ്റു x+y 10 സെൻറ്റിമീറ്റർ സ്ക്വയർ -½ K ഇൻറ്റു 5 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത് ചെയ്താൽ മതി ആൻസറാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യമേ എക്സും വൈയും തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഓപ്ഷൻ അല്ലല്ലോ, നേരെ ആൻസറിലേക്ക് പോകാൻ പറ്റും. ½ ഇൻറ്റു 5 ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻⁻4 സെൻറ്റിമീറ്റർ സ്ക്വയർ ഇൻറ്റു 10ൻ്റെ സ്ക്വയർ 100, 5ൻ്റെ സ്ക്വയർ 25. ഇതിൻ്റെ ആൻസർ ½ ഇൻറ്റു 5 ഇൻറ്റു 75 ഇൻറ്റു 10⁻⁻1. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ അല്ലേടാ? ഇതിൻ്റെ ആൻസർ 18.75 കിട്ടും. ഓപ്ഷൻ ബി കിട്ടിയോ ആർക്കെങ്കിലും? അടുത്തത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഫേസ് 1 വന്നിട്ടില്ല, അതുകൊണ്ട് ഉറപ്പായിട്ട് വരാനായിട്ട് ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഇൻക്രീസ്ഡ് ബൈ 50%. അപ്പോൾ മൊമെൻറ്റം ഇനീഷ്യൽ 1 ആണെങ്കിൽ മൊമെൻറ്റം ഫൈനൽ എന്ന് പറയുന്നത് 50% കൂട്ടണം. അപ്പോൾ 1.5 ആയി. ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജിയാണ് വേണ്ടത്. അപ്പോൾ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് P² / 2m ആണ്. അതിൽ 2m കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡെൽറ്റ കൈനറ്റിക് എനർജി ബൈ കൈനറ്റിക് എനർജി ഈക്വൽ ടു പറയും
മൊമെൻറ്റം ഫൈനൽ സ്ക്വയർ മൈനസ് മൊമെൻറ്റം ഇനീഷ്യൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ മൊമെൻറ്റം ഇനീഷ്യൽ സ്ക്വയർ ഇൻറ്റു 100 ആണ്. ഇത് ചെയ്ത് വരുമ്പോൾ മൊമെൻറ്റം ഫൈനൽ സ്ക്വയർ 1.5 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ വേണ്ട ഇൻറ്റു 100. 1.5 സ്ക്വയർ 2.25 മൈനസ് 1 ഇൻറ്റു 100. അപ്പോൾ 125%. ആൻസർ എത്ര പേർക്ക് കിട്ടി? 125% കിട്ടിയവർ. കുറേ പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ചില ഗ്രൂപ്പുകളിൽ ആൻസറേ വരുന്നില്ല. 125% കിട്ടിയോ? 125%. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് MGL ഡിവൈഡഡ് ബൈ 2n² നമ്മൾ തന്നെ പറഞ്ഞതാണ്. 1/n പാർട്ട് ഹാങ് ചെയ്താൽ നമുക്ക് ചെയ്യേണ്ട വർക്കുകളെന്ന് പറയുന്നത് എത്രയായിരിക്കും പറയാം? MGL ഡിവൈഡഡ് ബൈ 2n² നമ്മുടെ ആ മൈൻഡ് മാപ്പിൽ കൃത്യമായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഒരു ചാപ്റ്റർ കൂടി കവർ ചെയ്തു. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിലേക്ക് നമുക്ക് പോവാം. സെറ്റല്ലേ? ഈ ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ മോട്ടിവേറ്റഡ് കൂടി ആകണം കേട്ടോ. നമുക്കറിയാം സെൻറ്റർ ഓഫ് മാസിലെ പല ഷേപ്പുകളുടെ സെൻറ്റർ ഓഫ് മാസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഹെമിസ്ഫിയർ, അതുപോലെ തന്നെ സോളിഡ്സ്, കോണ്, ഹോളോ കോണ്, ഇതെല്ലാം നിങ്ങൾ പഠിക്കണം. പിന്നെ മാൻ ബോട്ട് ആ ടൈപ്പ് നിങ്ങൾ നോക്കിയേക്കണം. അതുപോലെ തന്നെ ട്രോളി ടൈപ്പ് അത് നോക്കിയേക്കണം. കട്ടിങ്, ഡിസ്കേന്ന് കട്ട് ചെയ്യുന്ന ടൈപ്പ്, ഇതൊക്കെ LMRPയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. DPPയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ കട്ടിങ് ടൈപ്പൊക്കെ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫേസിൽ വന്നിട്ടുമുണ്ട്. അതുപോലെ തന്നെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പഠിക്കാണ്ട് ഒരു മനുഷ്യൻ പോലും എക്സാം ഹോളിൽ കയറരുത്, അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് പോയി. കാരണം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അറിയാണ്ട് മുരളി സാറ് ഉണ്ട്. ഓക്കെ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇല്ലെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളൊന്നും കിട്ടത്തില്ല. കൈനറ്റിക് എനർജി കിട്ടത്തില്ല, ആംഗുലർ മൊമെൻ്റം കിട്ടത്തില്ല, റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. അപ്പം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ അത് അത്യാവശ്യം വേണ്ടതാണ്. എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ പുള്ളി ടൈപ്പ് പഠിക്കുന്ന കുട്ടികൾ. പിന്നെ ലോസ് ഓഫ് എനർജി, ഒരു ഡിസ്കിലേക്ക് വേറൊരു ഡിസ്ക് വെച്ചാൽ, അതാണ് ഞാൻ നേരത്തെ ഇക്വേഷൻ പറഞ്ഞായിരുന്നു. നമ്മൾ കൊളീഷനിൽ എന്തായിരുന്നു ഇക്വേഷൻ? ½ × m1 m2 ഡിവൈഡഡ് ബൈ m1 + m2 × u1 - u2 the whole square. ഇവിടെ ½ × i1 i2 ഇൻറ്റു ഇവിടെ എവിടെ കൊടുത്തിട്ടുണ്ടാവും. ½ × i1 i2 ഇൻറ്റു ½ × i1 i2 ഡിവൈഡഡ് ബൈ i1 + i2 ഇൻറ്റു ω1 - ω2 the whole square. അപ്പോൾ അതും കൂടി പഠിച്ചോണം. കണ്ടോ? പിന്നെ ഇത് അത്യാവശ്യം വേണ്ടതാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്, അതും കൃത്യമായിട്ട് നിങ്ങൾ എപ്പോഴും വരുന്നതാണ്. പിന്നെ മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ടൈപ്പ്, MR = a constant, M1 R1 = M2 R2, R is equal to ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു മറ്റേ മാസ്, R/m1 + m2 ഇൻറ്റു m2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുന്നതാണ്. അതിൻ്റെയൊക്കെ പ്രോബ്ലംസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് കഴിഞ്ഞ ഫേസിൽ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. കട്ടിംഗ് ടൈപ്പ് കഴിഞ്ഞ ഫേസ് വന്നിട്ടുണ്ട്. മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ടൈപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വന്നിട്ടുണ്ട്. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം വന്നിട്ടുണ്ട്. ക്ലോക്ക് വൈസ് ടോർക്ക് = ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലം വന്നിട്ടുണ്ട്. ടോർക്ക് വർക്ക്, ലോ കൺസർവേഷൻ മൊമെൻറ്റം, ആപ്ലിക്കേഷൻസ്, റോ എഗ്, ബോയിൽഡ് എഗ്, എർത്ത് ഷ്രിങ്ക് ചെയ്യണ ടൈപ്പ്, അത് കഴിഞ്ഞ ഫേസിൽ വന്നിട്ടില്ല, വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കൈനറ്റിക് എനർജി, സെൻറ്റർ ഓഫ് മാസ്, ടോട്ടൽ കൈനറ്റിക് എനർജി വിത്തൗട്ട് സ്ലിപ്പിംഗ്. അപ്പോൾ റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്, അതിൻ്റെ അകത്ത് കൈനറ്റിക് എനർജിയൊക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. നോക്കിയിരിക്കുക. 2 bodies of mass 1 kilogram and 3 kilogram 2022 ക്വസ്റ്റ്യൻ ആണ്, വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഹാവ് പൊസിഷൻ വെക്ടേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ R1 ഉണ്ട്, R2 ഉണ്ട്. X കമ്പോണൻറ്റും Y കമ്പോണൻറ്റും ഒക്കെ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല, നേരെ Rലേക്ക് പോവാം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം വിൽ ബി സിമിലർ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടേഴ്സ്. അപ്പോൾ ഇതിലെ ഓരോന്നിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇതെത്രയാണ്? 2 സ്ക്വയർ 4, 4 2 6 ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 4 4 8 ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? പറയൂ. 9 9 4 13 14, ശരിയല്ലേ? 4 1 5 9 5 14. അതുപോലെ തന്നെ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 2 4 4 4 8 8 1 9. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഈ ആർ സെൻട്രോമാസിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ആർ സെൻട്രോമാസിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇതിനകത്ത് ഏതാണ് മാച്ച് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. സെറ്റല്ലേ? അപ്പോൾ നമുക്ക് ആർ സെൻട്രോമാസ് കണ്ടുപിടിച്ച് നോക്കാം. RCM = m1 R1 + m2 R2
ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ആണ്. M1 പ്ലസ് M2 ആണ്. M1 എത്രയാണ്? 1 കിലോഗ്രാം. 1 ഇൻറ്റു I പ്ലസ് 2J പ്ലസ് K അല്ലേടാ. പ്ലസ് M2 എത്രയാണ്? 3 ആണ്. ഇൻറ്റു മൈനസ് 3I മൈനസ് 2J പ്ലസ് K ആണ്. ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1 4 ആണ്. ഇത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം. ആനന്ദ്, ഓക്കെ, ഇത്രയും നേരം എവിടെ ആയിരുന്നു? റൂട്ട് 6 ആണ് ഇത് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ റൂട്ട് 6 ഉള്ള ഓപ്ഷൻ ഒരെണ്ണം ഉണ്ട്. ഏതാണ് ഓപ്ഷൻ? 1 ആണ്. ഗ്യാവിൻ, ഡി അല്ലല്ലോ, ഓപ്ഷൻ 1 അല്ലേ? റൂട്ട് 6 ആണ്. ഓക്കെ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? പറ. 4 1 5 5 പ്ലസ് 1 6. അതൊന്ന് ചെയ്ത് നോക്കാം. അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുക, ചെയ്ത് നോക്കുക. ഓപ്ഷൻ എ ആണ്. നൗറിങ് കിട്ടി. ഓക്കെ, അടുത്തത് നമുക്കറിയാം ഇക്കൂട്ടത്തിലുള്ളതിൽ ഒരു പ്രശ്നക്കാരനാണ്. 2022 വീണ്ടും വന്നതാണ് ഇൻ്റഗ്രേഷൻ ടൈപ്പ്. അപ്പം മാസ് ഡിസ്ട്രിബ്യൂഷൻ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ മെത്തേഡ് എടുത്തേ പറ്റുള്ളൂ സെൻറ്റർ ഓഫ് മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഒന്നുകൂടി പറയാം. മാസ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാവരെയും കാണാം. ഓക്കെ, മാസ് ഡിസ്ട്രിബ്യൂഷൻ വേരിയബിൾ ആണെങ്കിൽ ഇൻ്റഗ്രേഷൻ മെത്തേഡ് എടുത്തേ പറ്റൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ലാംഡയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രിക്ക് എല്ലാ ചാപ്റ്ററിലും ചെയ്യുന്നത് തന്നെയാണ്. എക്സ് ഡിസ്റ്റൻസ് മാറി ഡി എക്സ് ലെങ്ത് എടുക്കുക. ആ ഡി എക്സ് ലെങ്തിൻ്റെ എ ഓർ ഡിയോ? എ ആണ് ഓപ്ഷൻ. ഓക്കെ, ഡിസ്റ്റൻസ് എടുക്കുക. ആ ഡി എക്സ് ഡിസ്റ്റൻസിൻ്റെ മാസ് ഡി എം എടുക്കുക. എന്നിട്ട് ഇൻ്റഗ്രൽ പറ. എക്സ് ഡി എം ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ ഡി എം ആണ് ആൻസർ. ഒന്നുകൂടി പറ. ഇൻ്റഗ്രൽ എക്സ് ഡി എം, ഇനി എക്സ് ആക്സിസ് മാത്രമേ ഉള്ളെങ്കിൽ ഇൻ്റഗ്രൽ എക്സ് ഡി എം ഡിവൈഡഡ് ബൈ പറയൂ ഇൻ്റഗ്രൽ ഡി എം ചെയ്താൽ നമുക്ക് ആൻസർ ആവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ. ലാംഡ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാസ് ഡി എം എന്ന് ഞാൻ എടുക്കുകയാണെങ്കിൽ മക്കൾ പറ, ഡി എം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ലാംഡ ഇൻറ്റു പറഞ്ഞോളൂ ഡി എക്സ്. ലാംഡയുടെ വാല്യൂ എത്രയാണ്? ലാംഡ 0 ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താണ്? എൽ സ്ക്വയർ. ശരിയല്ലേ? ഇൻറ്റു എന്ത് ചെയ്യണം? ഡി എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ ഞാൻ ഇക്വേഷൻ പറഞ്ഞു. എക്സ് ഡി എം ഡിവൈഡഡ് ബൈ, അത് 0 to L ആണെന്ന് നിങ്ങൾക്കറിയാം. ഇൻ്റഗ്രൽ ഡി എം ആണ്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 3L ഡിവൈഡഡ് ബൈ 8. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ. 3L ഡിവൈഡഡ് ബൈ 8. ഇവരെന്താ പറഞ്ഞേക്കണേ? 3L ഡിവൈഡഡ് ബൈ ആൽഫ. അപ്പോൾ ആൽഫയുടെ വാല്യൂ എന്തായിരിക്കും? പറ. 8 ആയിരിക്കും. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. എക്സിനകത്തേക്ക് കൊടുക്കുക, ഡി എക്സ് അകത്തേക്ക് എടുക്കുക, പ്രോബ്ലം ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് കിടക്കാം. M1 M2 ആണ് രണ്ട് മാസസ്. മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ടൈപ്പാണ്. പുഷ്ഡ് ടുവേർഡ്സ് സെൻറ്റർ ഓഫ് മാസ് ബൈ എ ഡിസ്റ്റൻസ് ഡി. വാട്ട് ഈസ് എ ഡിസ്റ്റൻസ് സെക്കൻഡ് പാർട്ടിക്കിൾ? ശ്രദ്ധിക്ക്, സെക്കൻഡ് പാർട്ടിക്കിൾ സഞ്ചരിച്ച ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതാണ് M1, ഇതാണ് R1, ഇതാണ് R2, ഇതാണ് M2. രണ്ടും കൂടിയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് എന്ത്? 6. നമുക്ക് R2 കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ഇക്വേഷൻ R ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു M1 എന്നാണ്. പക്ഷേ അപ്പോൾ നമുക്ക് 6 വേണം. അതിന് പകരം നമുക്കറിയാം MR എപ്പോഴും എന്താണെന്ന് പറയാം? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ R ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്താണ്? 1/m ആണ്. അപ്പോൾ R2/R1 ഈക്വൽ ടു M1 by M2 ആണ്. അപ്പോൾ R2 ഈക്വൽ ടു, ഇതാണ് ഇതിൻ്റെ ഏറ്റവും ട്രിക്കി മെത്തേഡ്, M1 by M2 ഇൻറ്റു R1. R1 എത്രയാണ് തന്നേക്കണേ? D. സെറ്റല്ലേടാ. അത് ശരിക്കും ഒന്ന് നോക്കണം. M1 by M2 ഇൻറ്റു D ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞു. എൻ്റെ ടൈം ഏതാണ്ട് തീരാറാവുന്നു. നമുക്കൊരു ചാപ്റ്റർ കൂടി കിടപ്പുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് പ്രോബ്ലം ചെയ്ത് പോകണം. അപ്പോൾ ഇക്വേഷൻ എന്താണ്? MR ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ടൈപ്പ്. അപ്പോൾ R ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്താണ്? 1/m. അപ്പോൾ R2/R1, R2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവനെയാണ് കണ്ടുപിടിക്കേണ്ടത്. R2/R1 ഈക്വൽ ടു M1 by M2 ആണ്. ഇതിൻ്റെ വാല്യൂ ആണ് അവരെന്തെന്ന് തന്നേക്കണേ? D എന്ന് തന്നേക്കണേ. അപ്പോൾ ആൻസറായി. സെറ്റല്ലേടാ. അടുത്തൊരു ക്വസ്റ്റ്യൻ, സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിലെ ഹൃദയം എന്ന് പറയുന്നത് തന്നെ ഇതാണ് കണ്ടോ. സച്ച് ദാറ്റ് ദ ഒബ്ജക്റ്റ് ഹാസ് ഓൺലി ട്രാൻസിലേറ്ററി മോഷൻ വിത്തൗട്ട് റൊട്ടേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഒത്തിരി നാൾ മുമ്പ് ചോദിച്ചേക്കുന്നതാണ്. നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്തിട്ടത്. നമുക്കറിയാം ഒരു ബോഡിക്ക് റൊട്ടേറ്ററി മോഷൻ കിട്ടുന്നില്ലെങ്കിൽ ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്തേക്കുന്ന സെൻറ്റർ ഓഫ് മാസിലാണ്. ഇപ്പം ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലാണ് പിടിച്ച് തള്ളുന്നതെങ്കിൽ അത് ട്രാൻസ്ലേറ്ററി മോഷൻ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അതേസമയം ഏതെങ്കിലും ഒരു എൻഡിലാണെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യും.
അപ്പോൾ ഈ പോയിന്റ് എന്താ? റൊട്ടേറ്ററി മോഷൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ദ ഫോഴ്സ് മസ്റ്റ് ബി സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ നമുക്ക് സെൻറ്റർ ഓഫ് മാസ് ആദ്യമേ തന്നെ കിട്ടിക്കഴിഞ്ഞു. ഇതാണ് ഈ സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലെ സെൻറ്റർ ഓഫ് മാസ്. ഏതോ ഒരു മീറ്റർ അകലത്തിലായിരിക്കും സെൻറ്റർ ഓഫ് മാസ് ഓഫ് 1. ഈ ദൂരം 1 മീറ്റർ ആയിരിക്കും, കാരണം മൊത്തം ദൂരം 2L ആണ്. അപ്പം ഇത് L ആയിരിക്കും. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇതാണ് CM2. അപ്പോൾ CM2യിലേക്കുള്ള ദൂരമായ Y2 എന്ന് പറയുന്നത് 2L ആണ്. Y1 എന്ന് പറയുന്നത് L ആണ്. M1 എന്ന് പറയുന്നത് 2M ആണ്. M2 എന്ന് പറയുന്നത് M ആണ്. കാര്യം ഐഡൻറ്റിക്കൽ റോഡ്സ് ആണ്, പക്ഷേ ഡബിൾ ദ ലെങ്ത് ആണ്. അപ്പോൾ ആദ്യത്തെ റോഡ് 2L നീളത്തിന് 2M ഉണ്ടെങ്കിൽ L നീളത്തിന് MA കാണുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ YCM കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ YCM ഈക്വൽ ടു M1 Y1 പ്ലസ് M2 Y2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ശരിയല്ലേ? YCMൻ്റെ M1 എത്രയായിരുന്നു? 2M. Y1 എത്രയായിരുന്നു? L 1 മീറ്ററോ എത്രയായിരുന്നു? 2L എന്ന ഏതാണ്ടാ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ 2M ഇൻറ്റു L പ്ലസ് M ഇൻറ്റു 2L ഡിവൈഡഡ് ബൈ 3M. M എല്ലാം കട്ട്. അപ്പം 2L 4L ഡിവൈഡഡ് ബൈ 3 ആൻസർ. 4L ഡിവൈഡഡ് ബൈ 3 ആൻസർ. 4L ഡിവൈഡഡ് ബൈ 3 ആൻസർ. സെറ്റായോടാ? 4L ഡിവൈഡഡ് ബൈ 3 ആൻസർ. ഓക്കെ, അടുത്തത് നല്ല ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. ആൻസർ T ഈക്വൽ ടു, ഇത് ആക്ച്വലി ഗ്രാവിറ്റേഷനുള്ള പ്രോബ്ലം ആണ്, റൊട്ടേഷനിൽ കയറി വന്നതേ ഉള്ളൂ. നമുക്കറിയാം F പ്രൊപ്പോർഷണൽ ടു എന്തെന്നാ പറയുന്നത്? ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് പവർ ഓഫ് റേഡിയസ്. അപ്പോൾ F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r⁴n എന്നാണ് കൊടുത്തേക്കുന്നത്. ഈ F നമുക്ക് എന്ത് കൊടുക്കാം? സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കാൻ മേലെ. അപ്പോൾ mr ഒമേഗ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു 1/r⁴n. അപ്പോൾ ഒമേഗ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു 1/r⁴n+1. ശരിയല്ലേ? പീരിയഡ് അല്ലേ ചോദിച്ചേക്കണേ. അപ്പോൾ ഒമേഗ പ്രൊപ്പോർഷണൽ ടു 1/r⁴n+1/2. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t അല്ലേ? അപ്പോൾ 1/t ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണൽ ടു 1/r⁴n+1. ശരിയല്ലേ? ആൻസർ എത്രയാ? T പ്രൊപ്പോർഷണൽ ടു, നേരെ ഇത് ഇക്വേറ്റ് ചെയ്താൽ പോരെ? ആൻസർ കിട്ടി. അപ്പോൾ T പ്രൊപ്പോർഷണൽ ടു r⁴n+1/2. അതും ഒരു നല്ല ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിങ്ങിലേക്ക് ഒന്ന് പോകാം. സോളിഡ് സ്പിയർ ഉണ്ട്, സോളിഡ് സിലിണ്ടർ ഉണ്ട്. സോളിഡ് സ്പിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? 2/5 mr². ഇതാണ് സോളിഡ് സ്പിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. സോളിഡ് സിലിണ്ടറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഡിസ്ക് mr² ഡിവൈഡഡ് ബൈ 2. സെറ്റ് അല്ലേ? റോളിംഗ് വിത്തൗട്ട് ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. ദ റേഷ്യോ ദ റേഡിയസ്. അപ്പോൾ നമുക്ക് mr² കട്ട് ചെയ്യാം. അപ്പോൾ I1/I2 ഈക്വൽ ടു 2/5 K1/K2 ദ ഹോൾ സ്ക്വയർ. അങ്ങനെ തന്നെ ചെയ്യാം. K1/K2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2/5/1/2. അപ്പോൾ 4/5. അപ്പോൾ K1/K2 ഈക്വൽ ടു K1/K2 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 4√2/√5. 2. അപ്പോൾ x ഈസ് ഈക്വൽ ടു 5. 2:√5. x ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 5. വെരി ഗുഡ് ആണ് മോളെ. അടുത്തത് നമുക്കറിയാം ഇതെന്താ? ഇത് ഡിസ്ക് വരാം, സ്പിയർ വരാം, ഹോളോ സ്പിയർ വരാം, എന്ത് വന്നാലും നമുക്ക് എഴുതാം. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ശരിയല്ലേ? അപ്പോൾ 1 എന്ന് പറയുന്നത് ഡയഗണൽ. ശരിയല്ലേ? ഇൻ ഇറ്റ്സ് പ്ലെയിൻ, ഡയമീറ്റർ ഇൻ ഇറ്റ്സ് പ്ലെയിൻ. ഓർക്കാമല്ലോ? ഇതെന്താ? mr²/2. ഇത് mr²/4. ഇത് mr²/4. ഇത് ടാൻജൻറ്റ് ഇൻ ദ പ്ലെയിൻ. അപ്പോൾ mr²/4 പ്ലസ് mr², 5/4 mr². ആൻസർ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് 2 ഇൻറ്റു ഡയമീറ്റർ പ്ലസ് 2 ഇൻറ്റു ടാൻജൻറ്റ് ഇൻ ഇറ്റ്സ് പ്ലെയിൻ. ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ചെയ്തോണം. അപ്പോൾ 2 കോമൺ ഫാക്ടറാണ്. അപ്പോൾ 2 ഇൻറ്റു, എല്ലാവരും കൂടി 2 ഇൻറ്റു mr² ഡിസ്ക് അല്ലേ 4 പ്ലസ് 5/4 mr². അപ്പോൾ 2 എടുത്തു കഴിയുമ്പോൾ mr² ഡിവൈഡഡ് ബൈ 2 പ്ലസ് 5/2 mr².
അപ്പോൾ 6mr²/2 is equal to 3mr². ഇതാണ് ആൻസർ. ഇതാണ് എന്ത് ആൻസർ. പക്ഷെ അതിൽ ഡയമീറ്റർ എന്നാണ് വന്നേക്കണേ. അപ്പോൾ r ഈസ് ഈക്വൽ ടു മക്കൾ പറയാം a/2 ആണ്. അപ്പോൾ 3ma²/4 3ma²/4 നോക്കാം. 3ma²/4 ആൻസർ എന്തായിരിക്കും? 3 ആയിരിക്കും. ട്രിക്കി ചെയ്യണം കേട്ടോ. ട്രിക്കി മെത്തേഡിൽ ഇപ്പോൾ സോൾ സ്പിയർ ആയിരുന്നെങ്കിൽ നമ്മൾ ആ ഡയമീറ്ററിന് പകരം 2/5mr² കൊടുത്തേനെ. ടാൻജൻറ്റിന് പകരം 7/5mr² കൊടുത്തേനെ. ഹോളോസ്പിയർ ആയിരുന്നെങ്കിൽ 2/3mr² കൊടുത്തേനെ ഡയമീറ്ററിന്. അതുപോലെ തന്നെ 5/3mr² കൊടുത്തേനെ എന്തിന്? ടാൻജൻറ്റിന്. ഇട്ട് കൊടുത്താൽ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് നമുക്ക് കിടക്കാം. എ റിംഗ് ആൻഡ് എ സോളിഡ് സിലിണ്ടർ ഓ സെയിം മെറ്റീരിയൽ റോൾ വിത്തൗട്ട് സ്ലിപ്പിംഗ് ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. കഴിഞ്ഞ ഫേസിൽ ചോദിച്ചതാണ്. അത് സെയിം മെറ്റീരിയൽ അല്ലായിരുന്നു. തെറ്റുമെന്ന് ഞാൻ കാണിച്ചതെന്നാണ് എൻ്റെ ലൈവിൽ. റേഡിയ രണ്ടെണ്ണത്തിൻ്റെ സെയിമാണ്. ദ റേഷ്യോ വെലോസിറ്റീസ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് അറ്റ് ദ ബോട്ടം ഈസാണ് ചോദ്യം. നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങളെല്ലാവരും കാണാപ്പാടം പഠിക്കണം. √2gh/β. അപ്പോൾ സെയിം ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? 2gh കട്ട് ചെയ്ത് പോകും. ബീറ്റ എന്തൊക്കെയാണ് റിങ്? ബീറ്റ റിങ് എന്ന് പറയുമ്പോൾ 1 + 1 = 2 ആണ്. ഈ ബീറ്റ എന്ന് പറഞ്ഞാൽ 1 + k²/r² ആണ് കേട്ടോ. അടുത്ത ബീറ്റ റിങ്. ബീറ്റ പിന്നെന്താ? സോളിഡ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ 1/2 + 1 = 3/2 ആണ്. ആൻസറായി. അപ്പോൾ വി എന്താ വേണ്ടേ? ദ റേഷ്യോ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ റിങ്. അപ്പോൾ വി റിങ് ബൈ വി ഡിസ്ക് ആണ് ഈക്വൽ ടു √β ഡിസ്ക് ബൈ ബീറ്റ റിങ്. ബീറ്റ ഡിസ്ക് √3/2 ആണ്, ബൈ റിങ് 2 ആണ്. അപ്പോൾ √3/4 ആണ്. ഇസ് ഈക്വൽ ടു √3 ഡിവൈഡഡ് ബൈ എന്താണ്? 2 ആണ്. √x/2. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ആരായിരിക്കും? 3 ആയിരിക്കും. കിട്ടിയവരുണ്ടോ? ഉണ്ടോ? ചെയ്തവരുണ്ടോ? ഈ സ്പീഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. കണ്ടോ? നമുക്ക് വീഴ്ചകളൊക്കെ വരാം, പക്ഷെ അതിനകത്ത് നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെടരുത്. നമ്മൾ കയറി വരണം, എന്നാലേ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ NCERT വോളിയം 1 ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കടന്നു. മൈൻഡ് മാപ്പിലുണ്ട്. ഇതാണ് നമ്മുടെ ആ മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനിലെ വെലോസിറ്റികൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം മൈൻഡ് മാപ്പിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സൈലത്തിൽ വന്ന് ജോയിൻ ചെയ്യുക. +2 കുട്ടികളാണെങ്കിൽ റിപ്പീറ്റ്. ഇവിടെ അഡ്മിഷൻ പെട്ടെന്ന് തന്നെ ക്ലോസ് ആവും. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അവരവരുടെ സീറ്റുകൾ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്തിടുക. നിങ്ങൾ ഇത്രയൊന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഫേസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ സ്കോർ നോക്കുക. എന്നിട്ട് നല്ല കോളേജ് കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി നോക്കുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതിൻ്റെ അകത്ത് ഡെൻസിറ്റിയുടെ റേഷ്യോ ടൈപ്പ് പ്രോബ്ലംസ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. അതുപോലെ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, വേരിയേഷൻസ് വിത്ത് ഹൈറ്റ് വിത്ത് ഡെപ്ത് കഴിഞ്ഞ ഫേസിൽ വന്നിട്ടുണ്ട്. പീരിയഡ് കഴിഞ്ഞ ഫേസിൽ വന്നിട്ടുണ്ട്. ഓർബിറ്റൽ വെലോസിറ്റി വന്നിട്ടില്ല. വർക്ക് ഡൺ വന്നിട്ടുണ്ട്. എസ്കേപ്പ് വെലോസിറ്റി വന്നിട്ടുണ്ട്. കെപ്ലർസ് ലോസ് വന്നിട്ടുണ്ട്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഇതെല്ലാമാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ടോ? എർത്ത് സഡൻലി ഷ്രിങ്ക്. എർത്തിനെ പിടിച്ചാരും ഞെക്കുന്നതൊന്നുമല്ല, സ്വയം ചെയ്യുന്നതാണ്. അപ്പോൾ ലോ കൺസർവേഷൻ ഓഫ് ആംഗുലർ. ഇഫ് ടോ എക്സ്റ്റേണൽ ഈക്വൽ ടു 0, ടോട്ടൽ ആംഗുലർ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ Iω ഈക്വൽ ടു എന്തായിരിക്കും എന്നാണ് പറയുന്നത്? കോൺസ്റ്റൻ്റ് ആയിരിക്കും. I എന്ന് പറഞ്ഞാൽ 2/5 എർത്തല്ലേ, സോൾ സ്പിയർ mr². ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതൊക്കെ ഇക്വേഷൻ കാണാപ്പടം പഠിച്ചാൽ കുഴപ്പമൊന്നുമില്ല. 2π പോയി, പറയാം m പോയി, 2/5 പോയി. അപ്പോൾ T പ്രപ്പോർഷണൽ ടു r² എന്നാണ് ഇക്വേഷൻ. റേഡിയസ് എത്രയാണെന്നാണ് പറയണേ? 1/16 വോളിയം എന്നാണ് പറയണേ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചെയ്യാനുണ്ട്. വോളിയം പ്രപ്പോർഷണൽ ടു r³ ആണ്. അപ്പോൾ r പ്രപ്പോർഷണൽ ടു വോളിയം റേസ് ടു 1/3 ആണ്. അപ്പോൾ r² പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും പറഞ്ഞ മക്കൾ? വോളിയം റേസ് ടു 2/3 ആയിരിക്കും. അപ്പോൾ T2/T1 ഈക്വൽ ടു വോളിയം 2/വോളിയം 1 ദ ഹോൾ റേസ് ടു 2/3. വോളിയം 2 എന്ന് പറഞ്ഞാൽ 1/16 ആണ്, 64 ആണ്. റേസ് ടു 2/3.
ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ 1/4 അതിൻ്റെ സ്ക്വയർ, അപ്പോൾ 1/16. അപ്പോൾ T2 ഈക്വൽ ടു T1 24 hours അല്ലേ, 24 ഡിവൈഡഡ് ബൈ 16. ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. 24 ഡിവൈഡഡ് ബൈ 16, 24 ഡിവൈഡഡ് ബൈ x 16. അടിപൊളി ക്വസ്റ്റ്യൻ കണ്ടോ. എർത്ത് ഷ്രിങ്കിങ്, ബോയിൽഡ് എഗ്, റോ എഗ് ടൈപ്പ്, അല്ലെങ്കിൽ നമുക്ക് ഡാൻസിങ് ഗേൾ ടൈപ്പ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2 പാർട്ടിക്കിൾസ് ഓഫ് ഈക്വൽ മാസ് m ഗോ റൗണ്ട് സർക്കിൾ ഓഫ് റേഡിയസ് r ആണ് തന്നേക്കുന്നത്. ചിലപ്പോൾ ഡയമീറ്റർ തരും. അണ്ടർ ദ ആക്ഷൻ ഓഫ് മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. നമ്മളിവിടെ മൈൻഡ് മാപ്പിൽ കൃത്യമായിട്ട് കൊടുത്തേക്കുന്ന ഇക്വേഷൻ ആണ് കണ്ടോ. ഇത് 3 മാസിൻ്റെയാണ്, ഇത് 2 മാസിൻ്റെയാണ്. കിടപ്പുണ്ട് മക്കളെ, കിടപ്പുണ്ട്. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, ഇട്ട് കൊടുത്താൽ 1 സെക്കൻഡിൽ ആൻസറാണ്. മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ദ സ്പീഡ് ഓഫ് ഈച്ച് പാർട്ടിക്കിൾ വിൽ ബി. സ്പീഡാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. GM ഡിവൈഡഡ് ബൈ ഇതെന്താണ്, സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ mv² ഡിവൈഡഡ് ബൈ r. ഇതെന്താണ്, GM, രണ്ടും ഐഡൻറ്റിക്കൽ അല്ലേ. mm ഡിവൈഡഡ് ബൈ എന്താണ്, r². അത് 2r² എന്ന് ഓർത്തേക്കണം. ഈ മൊത്തം ദൂരം എത്രയാണ്, 2r. പക്ഷേ ഇവന് വേണ്ട എന്ത് മാത്രം മതി, റേഡിയസ് മാത്രം മതി. മനസ്സിലാവുന്നുണ്ടോ? ഓപ്ഷൻ ഡി ആണോ? അല്ലല്ലോ, ഇതിൻ്റെ ഓപ്ഷൻ ഡി അല്ല. അപ്പോൾ mv² ബൈ r ഈസ് ഈക്വൽ ടു GM² ഡിവൈഡഡ് ബൈ 4r² ആണ്. ഒരു m കട്ടാണ്, ഒരു r കട്ടാണ്. അപ്പോൾ v ഈക്വൽ ടു √GM ബൈ 4r, അല്ലെങ്കിൽ 1/2 ഇൻറ്റു √GM ബൈ 4r ഡയറക്റ്റ് കിടപ്പുണ്ട് ഗ്രാവിറ്റേഷനിൽ. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റിനിലേക്ക് നമുക്ക് കിടക്കാം. അസ്യൂമിങ് എർത്ത് സ്പിയർ ആണെന്ന്, യൂണിഫോം മാസ് ഡെൻസിറ്റി ആണെന്ന് പറയുന്നുണ്ട്. വെയ്റ്റ് ഓഫ് എ ബോഡി അറ്റ് എ ഡെപ്ത് r/2 ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത്. സർഫസിൽ 200 ന്യൂട്ടൺ ആണ്. നമുക്കറിയാം ഡെപ്തിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ലീനിയർ ആണ്. അതേസമയം ഹൈറ്റിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം r² ഉള്ളതുകൊണ്ട് ലീനിയർ അല്ല. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആണ്. നിങ്ങളിപ്പോൾ തന്നെ ചെയ്ത് കാണും. W' ഈസ് ഈക്വൽ ടു m ഇൻറ്റു G ഡാഷ് ആണ്, ഈസ് ഈക്വൽ ടു m ഇൻറ്റു G ഇൻറ്റു 1 - d/r ആണ് ഇക്വേഷൻ. ഈ mg ആണ് അവരെന്തെന്ന് തന്നേക്കണേ, 200 എന്ന് തന്നേക്കണേ. 200 ഇൻറ്റു 1 - d എത്രയാണ്, r/2/r. അപ്പോൾ 1/2. അപ്പോൾ എന്തായിരിക്കും, 200 ഇൻറ്റു 1/2 ഈസ് ഈക്വൽ ടു എന്ത് വന്നു, 100 ന്യൂട്ടൺ ആയിരിക്കും. എന്ത് ആൻസർ, 100 ന്യൂട്ടൺ ഉണ്ടോ? ഉണ്ട്, 100 ന്യൂട്ടൺ ഉണ്ട്. ഓപ്ഷൻ ഡി. അത് തന്നെ. അപ്പം അടിപൊളിയായിരിക്കും കേട്ടോ ഈ ഫേസ്. അത്രയും ആൻസേഴ്സ് പറയുന്ന കുട്ടികൾക്കെല്ലാം ഈ ഫേസ് അടിപൊളിയായിരിക്കണം കേട്ടോ. അടുത്തത് നമുക്ക് 1-2 പ്രോബ്ലം കൂടി ചെയ്താൽ നമുക്ക് നിർത്തിയേക്കാം. സാറ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ എർത്ത് സർഫസ് അറ്റ് ദ പോൾ G ആണ്, ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ്. അറ്റ് ദ ഇക്വേറ്റർ അറ്റ് എ ഹൈറ്റ് h, സ്പ്രിംഗ് ബാലൻസ്, ദ വെയിറ്റ് ഈസ് ഫൗണ്ട് ടു ബി സെയിം. അപ്പം നമുക്കറിയാം G പോളും G ഇക്വേറ്ററും ഈക്വൽ അല്ല. നിങ്ങൾ അങ്ങനെ തന്നെ ചിന്തിക്കുക. G പോൾ ഈസ് നോട്ട് ഈക്വൽ ടു G ഇക്വേറ്റർ. കാരണം നമുക്കറിയാം G പോൾ G ആണെങ്കിൽ G ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ G - r ω² cos² ലാംഡയാണ്. ലാംഡ 0 ആണ്. അപ്പോൾ cos² 0 എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പോൾ G ഇക്വേറ്റർ ഈസ് ഈക്വൽ ടു G പോൾ - r ω² ആണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്ന അവിടെ ഒരു സെൻറ്റൻസ് അവർ പറയുന്നുണ്ട്, അറ്റ് എ ഹൈറ്റ് h. അപ്പോൾ ഇക്വേറ്ററിൽ GH G പോളുമായിട്ട് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഇതിട്ട് കൊടുത്ത ആൻസറാണ്. ആക്ച്വലി സർഫസിൽ G പോളും G ഇക്വേറ്ററും വ്യത്യാസമുണ്ട്. G പോൾ എന്ന് പറയുന്ന G ആണെങ്കിൽ G ഇക്വേറ്റർ എന്ന് പറയുന്നത് G - r ω² ആണ് ഇക്വേറ്ററിൽ. ഓക്കെ ആണല്ലോ. പക്ഷേ ഹൈറ്റ് മാറുമ്പോൾ നമുക്ക് വീണ്ടും G മാറും. അപ്പോൾ അങ്ങനെ ഈക്വൽ ആണെന്നാണ് ഇവർ സൂചിപ്പിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് G പോള് ഈക്വൽ ടു G ഇൻറ്റു 1 - 2h ഡിവൈഡഡ് ബൈ r, സ്മോൾ ഹൈറ്റ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ G - r ω² ഈസ് ഈക്വൽ ടു G ഇൻറ്റു 1 - 2h ബൈ r ഈസ് ഈക്വൽ ടു G - 2gh ഡിവൈഡഡ് ബൈ r. ശരിയല്ലേ? Therefore r ω² ഈസ് ഈക്വൽ ടു, ഇതൊന്ന് സോൾവ് ചെയ്ത് വരുമ്പോൾ കിട്ടും, 2gh ഡിവൈഡഡ് ബൈ r കിട്ടും. അതിൽ നിന്ന് ഒമേഗ ഈക്വൽ ടു, അല്ല h ആണോ വേണ്ടത് നോക്കാം.
ഹൈറ്റ് ആണ് വേണ്ടത്. സ്മോൾ ഹൈറ്റ് എന്ന് അവർ പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് H is equal to R² ω² divided by 2g. R² ω² divided by 2g. ഓപ്ഷൻ ഉണ്ടോ നോക്കാം. R² ω² by 2g ഓപ്ഷൻ ഉണ്ട്. R² ω², ഹൈറ്റ് above the pole and equator. ഒന്നുകൂടി പറഞ്ഞേ. if the weights are found to be same, എവിടെയൊക്കെയാണെന്ന് പറയാം. ജി പോൾ ജി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഒമേഗയാണ് ആംഗുലർ. if the object is weighed at equator and at a height h above the pole. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ജി പോളിൽ ജി എച്ച്, ജി ഇക്വേറ്ററിൽ ജി മൈനസ് ആർ ω². ജി മൈനസ് ആർ ω² ഈസ് ഈക്വൽ ടു ജി. ഓക്കെ, ഡാർവിൻ ശരിയാടാ. അതാണ് ഞാൻ ആദ്യം ജി ഈസ് ഈക്വൽ ടു എന്നാണ് എഴുതിയത്. ജി ഈസ് ഈക്വൽ ടു എന്താ എഴുതിയത്? ജി ഇൻറ്റു ജി മൈനസ് ആർ ജി എച്ച് എന്നാണ് എഴുതിയത്. അതൊന്ന് തിരിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവുകയാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോഡി ഈസ് റിലീസ്ഡ് ഫ്രം എ ഹൈറ്റ് ഈക്വൽ ടു ദ റേഡിയസ് ആർ ഓഫ് ദ എർത്ത്. ദ വെലോസിറ്റി ഓഫ് ദ ബോഡി വെൻ ഇറ്റ് സ്ട്രൈക്സ് ദ സർഫസ് ഓഫ് ദ എർത്ത് വിൽ ബി. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ലോ കൺസർവേഷൻ ഓഫ് എനർജി കൊടുത്തേ പറ്റൂ. അപ്പോൾ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കൊടുക്കുമ്പോൾ ഹൈറ്റിലെയും സർഫസിലെയും, ഹൈറ്റിൽ എന്തൊക്കെയുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി 0 ആണ്. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. ഇവിടെ മൈനസ് ജി എം എന്താണ്? എ ബോഡി ഈസ് റിലീസ്ഡ്. ഒന്നുകൂടി വായിക്കുക. ജി എം എം ബൈ കുഞ്ഞാറ് എന്ന് പറയുമ്പോൾ R + R 2R പ്ലസ് 0 ഈസ് ഈക്വൽ ടു മൈനസ് ജി എം എം ബൈ സർഫസ് R പ്ലസ് ½ mv². ഇതൊന്ന് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആനന്ദ് മധു കിട്ടിയോ? ഓപ്ഷൻ എ കിട്ടും. അതൊന്ന് ഈസി ആയിട്ട് സോൾവ് ചെയ്യാന്നേ ഉള്ളൂ. കാര്യം എന്താ? ഏറ്റവും അവസാനം ജി എമ്മിന് പകരം GR² കൊടുക്കണം കേട്ടോ. ജി എമ്മിന് പകരം എന്ത് കൊടുക്കണം? GR² കൊടുക്കണം. ജി എമ്മിന് പകരം GR² കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇത് നിങ്ങൾ ഹോംവർക്കായിട്ടൊന്ന് ചെയ്യുക. സാർ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, സുധീർ ഖാൻ സാർ എത്തി. അപ്പോൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക. +2 പഠിക്കുന്ന കുട്ടികൾക്ക് എവിടെയെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ സൈലം റിപ്പീറ്റിലേക്ക് വരിക. ഉറപ്പായിട്ട് നമുക്ക് അടുത്ത വർഷം 2025 നമ്മുടേതാക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഈ ഫേസിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു മക്കളെ. ഉച്ച കഴിഞ്ഞ് ഒന്നുകൂടി കാണാം. ഓക്കെ. ഡാർവിൻ ഫാദർ ഷറോൺ. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കെമിസ്ട്രിയുടെ NCERT പാർട്ട് 1 നിന്നുള്ള ക്വസ്റ്റ്യൻസാണ്. നമ്മൾ സനി. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ ഫസ്റ്റ് ചാപ്റ്റേഴ്സിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കണ്ടുപോകാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുന്നു. സോ നോക്കുക, ഫ്യൂ റിയാക്ഷൻസ് ആർ ഗിവൻ ബിലോ. അപ്പോൾ ഓക്സിജൻ ഗ്യാസ് അക്സെപ്റ്റിംഗ് 1 ഇലക്ട്രോൺ, പിന്നെ നമുക്കുള്ളത് ഫ്ലൂറിൻ 1 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നു, ക്ലോറിൻ 1 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ നോക്കുക, ശരിക്കും ഞാനിത് എന്ത് ചെയ്ത ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആൻസർ പറയാൻ ശ്രമിക്കുക. ലെറ്റ്സ് സീ ഹൂ വിൽ ഗിവ് മി ദ ആൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ H1 ആദ്യത്തെ ആളുടെ ഓക്സിജൻ്റെ തന്നിട്ടുണ്ട്, ഡെൽറ്റ H2 ഫ്ലൂറിൻ്റെ തന്നിട്ടുണ്ട്, ഡെൽറ്റ H3 ക്ലോറിൻ്റെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ അവസാനം ഡെൽറ്റ H4. മക്കളെ, ഡെൽറ്റ H4 നിങ്ങൾ നോക്കിയാൽ അത് സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്.
അപ്പോൾ ആദ്യത്തെ 3 ആൾക്കാരെയും നമ്മൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ 3 ആൾക്കാരും ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും, എന്നാൽ അവസാനത്തെ ആൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയാൾ സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുമാണ് അല്ലേ. അപ്പോൾ നമ്മളത് നമ്മുടെ മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. ഒന്നാമത്തെ പോയിന്റ്, വാട്ട് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്? ഡെൽറ്റ 3H മോർ നെഗറ്റീവ് ദാൻ ഡെൽറ്റ 1H ആൻഡ് ഡെൽറ്റ 2H. അപ്പോൾ ഡെൽറ്റ 3H എന്ന് പറയുന്നത് ആരതാണ്? ക്ലോറിൻ്റെ കേസാണ് അല്ലേ. സോ ക്ലോറിൻ്റെ വാല്യൂ മോർ നെഗറ്റീവ് ദാൻ ആരെക്കാളും നോക്കണേ. സോ ഡെൽറ്റ 1H എന്ന് പറയുന്നത് ആരതാ? ഓക്സിജൻ്റെതാണ്. ഡെൽറ്റ 2H എന്ന് പറയുന്നത് ആരതാ? ഫ്ലൂറിൻ്റെതാണ് അല്ലേ. മക്കളെ, ഫ്ലൂറിനേക്കാളും അതുപോലെ ഓക്സിജനേക്കാളും കൂടുതൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുള്ള വ്യക്തി ആരാണെന്ന് നമുക്കറിയാം. ഇറ്റ്സ് ക്ലോറിൻ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ്സ് കറക്റ്റ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. രണ്ടാമത്തേലേക്ക് പോകാം. യെസ്, അപ്പോൾ ആനന്ദ് അത് പറഞ്ഞു സർ ഓപ്ഷൻ 4 ആണെന്ന്. അടുത്തത്, ഡെൽറ്റ H1 ഈസ് ലെസ് നെഗറ്റീവ് ദാൻ ഡെൽറ്റ H2. സി, ഡെൽറ്റ H1 എന്ന് പറയുന്നത് ഓക്സിജൻ്റെതാണ്. ഡെൽറ്റ H2 എന്ന് പറയുന്നത് ഫ്ലൂറിനാണ്. ഫ്ലൂറിൻ ഹാലജൻ ഫാമിലിയാണ്. ഹാലജൻ ഫാമിലിയുള്ള ആൾക്കാർക്കാണ് കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇനി അടുത്തത്, ഡെൽറ്റ H1, ഡെൽറ്റ H2, ഡെൽറ്റ H3 ആർ എക്സോതെർമിക്. എന്നാൽ ഡെൽറ്റ H4 എന്താണ്? പോസിറ്റീവ്. അതിന് കാരണം നമുക്കറിയാം. കാരണം ഡെൽറ്റ H4 എന്ന് പറയുന്നത് സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. എന്നാൽ ഡെൽറ്റ H1, ഡെൽറ്റ H2, ഡെൽറ്റ H3 അവരൊക്കെ എന്താണ്? അവരൊക്കെ ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓൾ ആർ കറക്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. ഓക്കെ, സോ നെക്സ്റ്റ് കേസിലേക്ക് നമ്മൾ പോകുന്നു. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? പെട്ടെന്ന് ആൻസർ പറയാൻ ശ്രമിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് ക്യാൻ ആക്ട് ആസ് എ ലൂയിസ് ബേസ്? ഇതിൽ ആർക്കാണ് ലൂയിസ് ബേസ് ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുക? അപ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മുന്നിലുള്ള ആരാ? വാട്ടർ. നെക്സ്റ്റ് ആരാണ്? AlCl3. നെക്സ്റ്റ് ആരാണ്? BF3. അടുത്ത ആരാണ്? Mg2+. അപ്പോൾ അഭയകൃഷ്ണൻ പറഞ്ഞു സർ നോ. അഭയകൃഷ്ണൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിൻ്റെ ആൻസറാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇതിലേക്ക് വരാം. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ ആൾ വാട്ടർ. വാട്ടറിനകത്ത് നമുക്ക് ലോൺ പെയർ ഉണ്ടോ ഇല്ലയോ? അലുമിനിയം ക്ലോറൈഡിൽ ലോൺ പെയർ ഉണ്ടോ? BF3യിൽ ലോൺ പെയർ ഉണ്ടോ? Mg2+. സോ വിച്ച് വൺ ഈസ്? അപ്പോൾ ആനന്ദ് അത് പറയുന്നു സർ ആൻസർ ഈസ് ഫസ്റ്റ് വൺ. മക്കളെല്ലാവരും നോക്കൂ. ആദ്യത്തെ നമുക്കറിയാം 2 ലോൺ പെയർ ഉണ്ട്. സോ വി ക്യാൻ കോൾ ദിസ് ആസ് എ ലൂയിസ് ബേസ്. എന്നാൽ അലുമിനിയം ക്ലോറൈഡ് നമുക്കറിയാം അതൊരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. യെസ് സാനിയ സനി അല്ലേ, യു ആർ റൈറ്റ് ഓൺലി. അപ്പോൾ അടുത്തത് എന്താണ്? ലൂയിസ് ആസിഡ്. നെക്സ്റ്റ് BF3 എന്ത് തന്നെയാണ്? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ട് ആണ്. B2H6 ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ട് ആണ്. ലിഥിയം ഹൈഡ്രൈഡ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഇയാൾ എന്താണ്? ലൂയിസ് ആസിഡ് ആണ് അല്ലേ. നെക്സ്റ്റ് Mg2+. മക്കളെ, Mg2+ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസ് ആണ് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഒരിക്കലും ലൂയിസ് ബേസ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ആരും ലൂയിസ് ബേസ് ആകില്ലെന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിഗൻസ്, പോസിറ്റീവ് ആയിട്ടുള്ള ലിഗൻസ് നമുക്ക് എന്താണ്? അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ Mg2+, ഇയാളെ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? ലൂയിസ് ആസിഡ് കാറ്റഗറി. അപ്പോൾ നമ്മൾ ആൻസർ ഇതിൽ ഓപ്ഷൻ ഫസ്റ്റ് വൺ. ഓക്കെ, 2 and 3. 2ഉം 3ഉം മാത്രമല്ല, നാലാമത്തെ ആൾ എന്ത് തന്നെയാണ്? ലൂയിസ് ആസിഡ് തന്നെയാണ് സാനിയ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നിങ്ങൾ അതിൻ്റെ ആൻസർ പറയുക. ഓക്കെ, ഇറ്റ് സീംസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കുക, ദ ലാസ്റ്റ് ഇലമെൻറ്റ് ഓഫ് P ബ്ലോക്ക് in 6th period is represented by the outermost electronic configuration. നിങ്ങൾ തന്നെ പറയാൻ ശ്രമിക്കുക. ലാസ്റ്റ് ഇലമെൻറ്റ് ഓഫ് 6th പീരീഡ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള പ്രകാരം അല്ലേ, ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ 6th പീരീഡിൽ നമുക്ക് ആര് വരുന്നതാണ്? ലാന്തനോയിഡ്സ് വരുന്നതാണ്. അത് മറക്കരുത്. അപ്പോൾ ലാന്തനോയിഡ്സ് എന്ന് പറയുന്നത് 4Fന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് 7th പീരീഡിൽ നിങ്ങൾക്കറിയാം 5Fന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മോട് ചോദിച്ചിരിക്കുന്നത് 6th പീരീഡ് ആണോ അതോ 7th പീരീഡ് ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കൂ, 6th പീരീഡ് ആണ്. അപ്പോൾ 6th പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്? 4Fനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും ഇത് നമുക്ക് നോക്കൂ, ഇത് നമുക്ക് ആൻസർ എടുക്കാൻ പറ്റില്ല. സോ ഓപ്ഷൻ 2 ഈസ് റോങ്. പിന്നെ ഒരിക്കലും നമുക്ക് ഈ ഫസ്റ്റ് വണ്ണും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കറിയാം അത് 7th പീരീഡിലേക്ക് പോയി. നമ്മൾ ചിന്തിക്കുന്നത് ആരെക്കുറിച്ചിട്ടാണ്? 6th പീരീഡിനെ കുറിച്ചാണ് മക്കളെ.
അപ്പം നമുക്ക് 6th പീരീഡ് വരുന്നു നോക്കാം. 6th പീരീഡ് 6s2 6p6 ഇവിടെയും 6s2 6p4 അല്ലേ? നോക്കൂ, ലാസ്റ്റ് ഇലമെൻ്റ് ആണ് ചോദിച്ചത്, ലാസ്റ്റ് ഇലമെൻ്റ്. അപ്പോൾ ലാസ്റ്റ് ഇലമെൻ്റ് അനന്തുമധു നേരത്തെ പറഞ്ഞു 4 ആണ് ഓപ്ഷൻ എന്ന്. 4 വരില്ലല്ലോ, ഓപ്ഷൻ ഏതേ വരികയുള്ളൂ? 3 വരികയുള്ളൂ. സോ നമ്മൾ ആൻസർ തീർച്ചയായിട്ടും ഓപ്ഷൻ 3. മുന്നോട്ടേ പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഇത് സാധാരണഗതിയിൽ അതായത് നമ്മളുടെ പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ആ ഒരു പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം, ഇതുപോലെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആൻസർ ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് ലിസൺ ടു ദ ക്വസ്റ്റ്യൻ ആൻഡ് ടെൽ മീ വാട്ട് യുവർ ആൻസർ ഫോർ ദിസ്. അനന്തുമധു, സാനിയ, ഷരോൺ. യെസ്, കൺസിഡർ ദി ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. Na+, പിന്നാരാണ് Mg2+, പിന്നാരാണ് F-, പിന്നാരാണ് O2-. ദി കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിങ് ലെങ്ത് എന്നല്ല, ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ റേഡിയസ്. ഓക്കെ, സോ വാട്ട് ഈസ് യുവർ ആൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ? അപ്പം നിങ്ങൾ തന്നെ പറയുക. അപ്പം നമുക്കറിയാം, നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആയിട്ടുള്ള ആൾക്കാരെ എഴുതുകയാണ്. O2-, പിന്നാരാ F-, പിന്നെ നമുക്കുള്ളത് Na+, പിന്നെ നിങ്ങൾക്കറിയാം Mg2+. മക്കളെ, നിങ്ങൾക്കറിയാം ഇതേപോലുള്ള പ്രോബ്ലം നമ്മൾ 2024 ചോദിച്ചിരുന്നു. അപ്പോൾ അവർ ഇതിനകത്ത് നിയോണയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു ചർച്ച നടത്തുമ്പോൾ നിയോണിനെ എടുക്കാറില്ല. എന്തുകൊണ്ട് നിയോണിനെ എടുക്കാറില്ലെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നിയോൺ ഒരു നോബൽ ഗ്യാസ് ആണ്. അയാളുടെ റേഡിയസ് നമ്മൾ വാൻഡർവാൾസിലാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. പക്ഷേ നിങ്ങളുടെ 2024 അവരെന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? നിയോണിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആൻസർ ഇപ്പോൾ ഷാരോൺ പറഞ്ഞിരിക്കുന്നു, അനന്ത്, സാനിയ, നൗറിൻ, എവരിവൺ സെഡ് 2 ഓൺലി. സോ ഐ ഡോണ്ട് വാണ്ട് ഡിസ്കസ്, ബിക്കോസ് നമുക്കറിയാം ഇവന്മാരെല്ലാവരും ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ഇവരുടെ എല്ലാവരുടെയും കോൺഫിഗറേഷൻ 2,8 ആണ്. ബട്ട് വൺസ് വി മൂവ് ഫ്രം ഹിയർ ടു their nuclear charge increases, and nuclear charge increases, size decreases. So size is less for the species with the highest nuclear charge. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഓപ്ഷൻ 2. ഓക്കെ, നെക്സ്റ്റ് അടുത്തിലേക്ക്. ഓക്കെ, കമോൺ ബോയ്സ് ആൻഡ് ഗേൾസ്, ടെൽ മീ വാട്ട്സ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നോക്കുക, ഞാനും നിങ്ങളും വായിക്കുന്നു. ആരാണ് ആദ്യം ആൻസർ തരിക? ഇത് നമ്മുടെ NCERTയിൽ തന്നെയുള്ളൊരു ക്വസ്റ്റ്യനെ നമ്മൾ മോഡിഫൈ ചെയ്തതാണ്, അല്ലാതെ വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ, ജസ്റ്റ് വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഫോർ ദ റിയാക്ഷൻ A+B റിവേഴ്സിബിൾ യൂസ് 2C അല്ലേ? 2 moles of A and 3 moles of B are allowed to react. If the equilibrium constant is 4, then the moles of C at equilibrium. നമുക്ക് ചെയ്യാടെ അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. മക്കളെല്ലാവരും ശ്രദ്ധിക്കുക, ഇത് NCERTയിൽ തന്നെ തന്നിരിക്കുന്ന അതിൻ്റെ ഒരു സ്റ്റീരിയോ ടൈപ്പാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ലെറ്റ്സ് സീ ടു ദാറ്റ്. അപ്പോൾ A+B അല്ലേ, അയാൾ റിവേഴ്സിബിളി ഗീവ്സ് എന്ത് നമുക്ക് തന്നു? 2C. മക്കളെ, ഇനിഷ്യലി നമ്മുടെ കയ്യിലുള്ളത് 2 moles ഓഫ് എയും 3 moles ഓഫ് ബിയും ആൻഡ് സി എന്ന് പറയുന്ന സംഭവം അതിലില്ല. ഓക്കെ, ഇനി കുറച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും റിയാക്ഷൻ നടക്കും. റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എയുടെ എക്സ് എമൗണ്ട് റിയാക്ട് ചെയ്തു, അപ്പോൾ ബിയും എക്സ് റിയാക്ട് ചെയ്യും. അപ്പോൾ സി എത്ര ഫോം ചെയ്യും? 2x ഫോം ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ബാക്കി ഉണ്ടാവുക വാട്ട് വിൽ ബി ബാലൻസ് ലെഫ്റ്റ് അറ്റ് ഇക്വിലിബ്രിയം. എനിക്ക് ആൻസർ തരണം. ഞാൻ പറഞ്ഞു തരുന്നതിന് മുന്നേ നിങ്ങൾ ആൻസർ തരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഐ ട്രസ്റ്റ് യു. നൗ വാട്ട് വി ഹാവ്, ഇവിടെ എന്താണ്? നമുക്ക് 2 - x അല്ലേ? ഇവിടെ എന്താണ്? 3 - x അല്ലേ? ഇവിടെ എന്താണ്? 2x ആണ് അല്ലേ? മക്കളെ, ഇതിനകത്ത് ആകെ തന്നിരിക്കുന്നത് നോക്കണേ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 4. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ടല്ലോ. സോ ലെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് Kc ഇസ് ഈക്വൽ ടു അല്ലേ C², സിൻ്റെ കോൺസെൻട്രേഷൻ്റെ സ്ക്വയർ. അപ്പോൾ 2x ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ വാട്ട് കംസ് ദെയർ 2 - x ഇൻറ്റു വാട്ട് നെക്സ്റ്റ് 3 - x. ശരിയല്ലേ മക്കളെ? ദിസ് ഇസ് ഈക്വൽ ടു 4 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2² ഉള്ളിൽ അല്ലെങ്കിൽ 2² 4 അല്ലേ? അപ്പോൾ ആ 2² 4 ക്യാൻസൽഡ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വി ഗെറ്റ് x² ഈസ് ഈക്വൽ ടു 2 - x ഇൻറ്റു 3 - x അല്ലേ മക്കളെ? അപ്പം നമ്മളിതിനെ എന്ത് ചെയ്യുക? ഒന്ന്
സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 6 മൈനസ് 2x അല്ലേ, മൈനസ് 3x പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയറും പരസ്പരം പോയി, അവിടെ 0 വരും. അങ്ങനെയാണെങ്കിൽ 6 മൈനസ് 5x ഈക്വൽസ് 0. സോ ഐ ക്യാൻ റൈറ്റ് 5x ഈസ് ഈക്വൽ ടു 6 അല്ലേ. അങ്ങനെയാണെങ്കിൽ യെസ് നൗറിൻ അബ്സല്യൂട്ട്ലി കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു വാട്ട് വി ക്യാൻ റൈറ്റ് 6/5. 6/5 എന്ത് കിട്ടി? 1.2. പക്ഷേ നമുക്കൊരിക്കലും നൗറിൻ്റെ തെറ്റെന്താണെന്ന് മനസ്സിലാക്കുക. അതുപോലെ അനന്തുമധു നിങ്ങളെ തെറ്റെന്താണെന്ന് മനസ്സിലാക്കുക. നോക്കൂ, നമുക്ക് കിട്ടുന്ന സീൻ്റെ എമൗണ്ട് എന്താണെന്ന് ശ്രദ്ധിക്കും. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് സി വി ഗെറ്റ് അല്ലേ? സി എന്ന് പറയുന്നത് 2x ആണ് അതോ എക്സ് ആണോ? നിങ്ങൾ തന്നെ പറയും. സോ സി എന്ന് പറയുന്നത് 2x ആണോ എക്സ് ആണോ? നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ എക്സിൻ്റെ വാല്യൂ മാത്രമാണ്. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1.2 ആണ്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 2x അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പറയുക, ഹിയർ വാല്യൂ ഓഫ് 2c എന്ന് പറയുന്നത്, വാല്യൂ ഓഫ് സി എന്ന് പറയുന്നത് 2c ആണ്. അപ്പം നമ്മൾ ആൻസർ ഷാരോൺ ഫിലിപ്പ് പറഞ്ഞതുപോലെ, അനന്തുമധു പറഞ്ഞതുപോലെ, ഡാർവിൻസ് പറഞ്ഞതുപോലെ, യെസ് നൗറിൻ ഹാസ് ചേഞ്ച്ഡ് ദ ഒപ്പീനിയൻ. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ 1. മുന്നോട്ടേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിലേക്ക് നമ്മൾ പോകുന്നു. വാട്ട് ഈസ് ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ? നോക്കൂ, ഇറ്റ് സീംസ് ടു ബി വെരി സിമ്പിൾ, പക്ഷേ വി ഹാവ് ടു ബി വെരി മച്ച് കോഷ്യസ് ടു സോൾവ്. അപ്പം ഞാൻ നിങ്ങൾക്ക് സമയം തരികയാണ്, നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യുക. ആൻഡ് യു ഗിവ് മി വാട്ട് ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. യെസ് അഭയ് കൃഷ്ണൻ ധേ. ഓക്കെ, സോ പ്ലീസ് ലെറ്റ്സ് കോൺസെൻട്രേറ്റ് ഓൺ ദിസ്. അപ്പോൾ എല്ലാവരും നോക്കട്ടെ, ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ച് തരിക. ബട്ട് യു ഹാവ് ടു വെരി കെയർഫുൾ, ഡോണ്ട് ബി ഹറി. കാരണം ഹറി ആണെങ്കിൽ തെറ്റിപ്പോയി. കാരണം നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ JEE മെയിൻ ഫേസിലൊക്കെ നമ്മൾ കണ്ടതൊക്കെ എന്തായിരുന്നു? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് വാട്ട് ഹാപ്പൻഡ് ഡെഫിനറ്റ്ലി യു ആർ ഫെമിലിയർ. അപ്പോൾ മക്കളെ വരിക. അപ്പോൾ ഇതിനകത്ത് നോക്കൂ, H2 നെക്സ്റ്റ് നമ്മുടെ കയ്യിലുള്ളത് H2 മൈനസ്. നെക്സ്റ്റ് ആരാണ്? H2 മൈനസ്. അപ്പോൾ റണീം പറയുന്നു ആൻസർ ഈസ് 2. ഐ ഡോണ്ട് നോ, ലെറ്റ് സീ ദാറ്റ്. നൗറിൻ, സാനിയ, റനീം, അഭയ് കൃഷ്ണ, ആനന്ദ്. സോ എവറി വൺ യു ടെൽ മീ വാട്ട് ഈസ് ദ ആൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ വൺ. നോക്കാം നമുക്ക്. മക്കളെ, നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഞാൻ ആദ്യം എഴുതുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെയുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് ഞാൻ എഴുതുക. അപ്പോൾ H2 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2 ഇലക്ട്രോൺസ്. H2 മൈനസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 3 ഇലക്ട്രോൺസ്. He2 നമുക്ക് എല്ലാവർക്കും അറിയാം 4 ഇലക്ട്രോൺസ്. ലിഥിയം 2 നമുക്ക് എല്ലാവർക്കും അറിയാം 6 ഇലക്ട്രോൺസ്. ഓക്കെ, so please let's concentrate to our discussion. Okay, I know all of your friends, I am also your friend, there is no doubt. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കട്ടെ, H2 അപ്പോൾ H2 വരുമ്പോൾ നമുക്ക് 2 ഇലക്ട്രോൺസ് വരണം. അങ്ങനെയാണെങ്കിൽ അത് H2 എന്ന് പറയുന്നത് സിഗ്മ 1s2 അല്ലേ വരികയുള്ളൂ. സിഗ്മ 1s2 വരുന്ന സിഗ്മ 1s2 വരുന്ന ഓപ്ഷൻ ഇതല്ലേ നമ്മൾ എടുക്കുക? ഇതൊരു ആൻസർ. യെസ്, ഒരാൾ ആൻസർ പറഞ്ഞു, ഡാർവിൻ പറഞ്ഞു ആൻസർ ഈസ് സി. ആബ്സല്യൂട്ട്ലി കറക്റ്റ്. അടുത്ത് നമ്മൾ 3 വരുന്നു. 3 വരുമ്പോൾ നോക്കൂ, ഞാൻ അതിൻ്റെ താഴെയുള്ള ആളിലേക്ക് പോകണം. ഓക്കെ, നെക്സ്റ്റ് He2 4. എക്സാക്ട്ലി. ഡാർവിൻസ് ഫാദർ, ആനന്ദ് മധു, ജേക്കബ് അല്ലെ, അഭയ് കൃഷ്ണൻ, എവരിബഡി ടോൾഡ് ആൻസർ എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കഥകളിലേക്ക് പോകുന്നില്ല. സോ ഓപ്ഷൻ 3 ഈസ് ദ ആൻസർ ദെയർ. ഓക്കെ, അപ്പോൾ ഒന്ന് മുന്നോട്ട് പോകാം. നമ്മൾ അടുത്ത കഥയിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റോറി? ഫോർ എ പോളിബേസിക് ആസിഡ്. ഇത് നമ്മുടെ NCERTയിൽ ഇതേ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് എടുത്തതാണ്, അല്ലാതെ വേറൊന്നും തന്നെ നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാവരും നോക്കൂ, നിങ്ങളുടെ ആൻസർ പറയൂ. യു ഡോണ്ട് വാണ്ട് മച്ച് മോർ ടൈം ടു സോൾവ് ദിസ് പ്രോബ്ലം, റൈറ്റ്? ഗിവ് മി ദ ആൻസർ ഫ്രം യുവർ സൈഡ്. ഫോർ എ പോളിബേസിക് ആസിഡ്, the dissociation constant have different values. നമുക്കറിയാം, നമ്മൾ പോളിബേസിക് ആസിഡ് എടുക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ ഡിസോസിയേഷൻ ആയിരിക്കും നല്ല രീതിയിൽ നടക്കുക അല്ലേ? ബാക്കിയുള്ള ഡിസോസിയേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഡിസോസിയേഷൻ മീൻസ് K1 will be higher. അത് കഴിഞ്ഞ് ആര് വരും? Ka2. അത് കഴിഞ്ഞ് ആര് വരും? Ka3. So of course your answer is Ka1 is greater than Ka2 is greater than Ka3. വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ, മുന്നോട്ടേക്ക് പോകാമല്ലോ. യെസ്, അനന്ത് മധു. നെക്സ്റ്റ്
ദിസ് ഫ്രം അവർ സോൾട്ട്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ തന്നെ ഇതിൻ്റെ കറക്റ്റ് ആൻസർ പെട്ടെന്ന് എടുത്തു വരൂ. മാച്ച് ദ കോളം 1 വിത്ത് കോളം 2 ആൻഡ് മാർക്ക് ദ അപ്രോപ്രിയേറ്റ് ചോയ്സ്. നിങ്ങൾ ആൻസറിലേക്ക് വരിക. സോ ഗെറ്റ് മീ ദ ആൻസർ ബട്ട് വെരി കെയർഫുൾ. സാനിയ പറയുന്നു സാർ ആൻസർ 1 ആണ്. മേ ബി ലാസ്റ്റ് 1 ആണോന്ന് അറിയാൻ വയ്യ. അപ്പോൾ അബിയും പറയുന്നു ആൻസർ 1 ആണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 1 ആണ് അവർ സംസാരിച്ചതെന്ന് തോന്നുന്നു. ലെറ്റ്സ് തിങ്ക് ഓഫ് ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. വരിക. യെസ്, കമോൺ ബോയ്സ് ആൻഡ് ഗേൾസ്. യെസ്, അപ്പോൾ ആദ്യം നമ്മൾ നോക്കുമ്പോൾ CH3CONA അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം പോയിട്ട് NaNO3നെ അടയാളപ്പെടുത്തും. കാരണം നിങ്ങൾക്കറിയാം NaNO3 എന്താണ്, ഒരു സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ബേസിൻ്റെ സോൾട്ട് ആണ്. അയാളുടെ pH ന്യൂട്രൽ pH ആണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് മാറേണ്ട കാര്യമില്ല. NaNO3ൻ്റെത് ഞാൻ ആദ്യം ടിക്ക് ചെയ്തു. C എന്ന് പറയുന്നത് 4. യെസ് സാനിയ, കം ടു ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ C എന്ന് പറയുന്നത് 4 അല്ലേ. C എന്ന് പറയുന്നത് 4 വരുന്ന 2 ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആൻസർ ഇതല്ല, നമ്മുടെ ആൻസർ ഇതല്ല. ഇനി ഞാൻ D നോക്കേണ്ട കാര്യമില്ല, ഞാൻ നോക്കേണ്ടത് B ആണ് അല്ലെങ്കിൽ A ആണ്. മക്കളെ A നിങ്ങൾ നോക്കുക. A CH3COONA അതൊരു സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് ആണ്. ആരാണോ സ്ട്രോങ് ആയിട്ടുള്ളത് അതായിരിക്കും മീഡിയം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് സ്ട്രോങ് ആയിട്ടുള്ളത്. സോ റിസൾട്ടന്റ് മീഡിയം വിൽ ബി ബേസിക്, ഇറ്റ് വിൽ ബി 3. അങ്ങനെയാണെങ്കിൽ A കറസ്പോണ്ട്സ് ടു 3. A കറസ്പോണ്ട്സ് ടു 3 അല്ലേ. യെസ്, യു പീപ്പിൾ ഹാവ് സെഡ് യുവർ ആൻസർ ഈസ്. അപ്പോൾ ഷാരോൺ പറയുന്ന ആൻസർ 2 ആണെന്ന് നോക്കൂ. ഷാരോൺ ആൻസർ 2 ആണോ നോക്കിയേ. രണീം പറയുന്നു ആൻസർ 3. ഹെൻറി പറയുന്നു ഓപ്ഷൻ 2 ആണെന്ന്. യെസ്, അനന്തുമധു 2 പറഞ്ഞിട്ടുണ്ട്. അനന്തുമധു ജസ്റ്റ് ഒന്ന് നോക്കി, എല്ലാവരും നോക്കിയിട്ട് എൻ്റെ ആൻസർ 3 തന്നെയാണോ നിങ്ങൾ തന്നെ പറയുക. അബി ഓൾസോ സേയിങ് 3. ബാക്കിയുള്ള ഞാൻ മാച്ച് ചെയ്യാൻ പോവുകയാണ്. അമോണിയം ക്ലോറൈഡ് നിങ്ങൾക്കറിയാം വീക്ക് ബേസും അതുപോലെ സ്ട്രോങ് ആസിഡുമാണ്. സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും B എന്ത് തന്നെ ആയിരിക്കൂടെ, B അതിൻ്റെ നേരെയുള്ള തന്നെ ആയിരിക്കും അല്ലേ. ഇത് തന്നെ ആയിരിക്കും B വരിക. ഇനി അവസാനത്തെ ആൾ നമ്മൾ മാച്ച് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് എന്താണ്, വീക്ക് ആസിഡ്, വീക്ക് ബേസിൻ്റെ സോൾട്ടാണ്. അയാളുടെ pH ഓൾമോസ്റ്റ് ഈക്വൽ ടു 7 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എങ്ങനെ നോക്കിയാലും നമ്മുടെ ആൻസർ ഓപ്ഷൻ 3 അല്ലേ. അപ്പോൾ ആനന്ദമധു എന്താണ് മിസ്റ്റേക്ക് സംഭവിച്ചതെന്ന് നോക്കുക. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ എല്ലാവരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് ഫെറിക് ഹൈഡ്രോക്സൈഡ് ഈ ആവേശം കൂടി തെറ്റി എന്നുള്ളതാണ് മക്കളെ ശരിക്കുള്ള പോയിന്റ്. നിങ്ങളിൽ പല ആൾക്കാർക്കും ലാസ്റ്റ് എക്സാമിന് സംഭവിച്ചിട്ടുള്ളതാണ്. സോ ഈ ആവേശം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മനസ്സിലൊന്ന് കൺട്രോൾ ചെയ്യുക. ലെറ്റ്സ് ഡു വൺ ക്വസ്റ്റ്യൻ ആൻഡ് എൻഷുവർ ഇറ്റ് പ്രോപ്പർലി, ഇറ്റ്സ് കറക്റ്റ്. ദെൻ യു മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Now listen. അപ്പോൾ എല്ലാവരും നോക്കട്ടെ. മാച്ച് ദ കോളം 1 വിത്ത് കോളം 2 ആൻഡ് മാർക്ക് ദ അപ്രോപ്രിയേറ്റ് ചോയ്സ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാനിതിനകത്ത് ഓരോ ആൾക്കാരെയും നോക്കുകയാണ്. മക്കളെ ഇതിൻ്റെ എസ് എത്ര അയോൺസ് ഉണ്ടോ അത് ആയിരിക്കും ആ എസിൻ്റെ പവർ എന്നുള്ളത്, അല്ലാതെ വേറെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ബാക്കി എന്തോ ആയിക്കോട്ടെ. കാരണം ഇതിൽ തന്നിരിക്കുന്ന ഓരോ എസിൻ്റെയും പവേഴ്സ് നോക്കൂ. ഇത് S2 ആണ്, ഇത് S4 ആണ്, ഇത് S5 ആണ്, ഇത് S3 ആണ്. എത്ര അയോൺസ് ഉണ്ടോ അതായിരിക്കും എസിൻ്റെ പവർ. അപ്പം നമ്മൾ നോക്കുമ്പോൾ CH3COAG അതിൽ 2 അയോൺസ് അല്ലേ ഉള്ളൂ. 2 അയോൺസ് ആണെങ്കിൽ അയാളുടെ പവർ S2 അല്ലേ. എന്നാൽ വെനവർ യു ആർ കമ്മിങ് ടു ഓപ്ഷൻ ബി അല്ലേ, ഓപ്ഷൻ ബി എന്ന് നോക്കിയേ. ഓപ്ഷൻ ബിയിൽ നമുക്ക് 3 അയോൺസ് ഉണ്ട്. അപ്പോൾ അയാൾ എന്തായിരിക്കും, S3 ആയിരിക്കും അല്ലേ. പിന്നെ നമ്മൾ FeOH ത്രൈസിലേക്ക് നോക്കുമ്പോൾ അവിടെ നമുക്ക് 4 അയോൺസ് ഉണ്ട്. 4 അയോൺസ് ആണെങ്കിൽ S4 ആയിരിക്കും, ശരിയല്ലേ. ലാസ്റ്റ് നിങ്ങൾ നോക്കിയാൽ 5 അയോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ S5 ആയിരിക്കും. അപ്പോൾ എല്ലാവരും പറയുന്നു ഓപ്ഷൻ 2 ആണെന്ന്. ഞാനൊന്ന് മാച്ച് ചെയ്ത് പോകാം. അപ്പോൾ എല്ലാവരും നോക്കുക. ഇത് വി ഹാവ് ദിസ് വൺ, നെക്സ്റ്റ് S4, നെക്സ്റ്റ് S5. അപ്പം എന്ന് പറയുന്നത് 2 വരണം. യെസ് ഒറ്റ ആൻസറേ ഉള്ളൂ, ഓപ്ഷൻ 2. സോ എവറി വൺ ഹാസ് ഗിവൻ ദി കറക്റ്റ് ആൻസർ. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നിങ്ങൾ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ട്രൈ ടു ഡു ഇറ്റ് ഫ്രം യുവർ സൈഡ്. ഓക്കെ, അപ്പോൾ ചില ആൾക്കാരൊക്കെ ഇനി എനിക്ക് തോന്നുന്നു ഹോസ്റ്റലിലുള്ള ആൾക്കാരൊക്കെ വരാനുണ്ട്. അവരെല്ലാവരും ഒന്ന് വിളിച്ചുണർത്തുക. ഓക്കെ, അപ്പോൾ അവരോടൊക്കെ ഒന്ന് ജസ്റ്റ് ജോയിൻ ചെയ്യാൻ പറയുക. ലെറ്റ്സ് ഡു ദിസ്, ജസ്റ്റ് ഡു ആസ് എ പ്രാക്ടീസ് വാട്ട് എവർ ദ മാരത്തോൺ അപ് ടു
എന്നാണ് ഏത് ആണോ അവസാനമുള്ള ക്വസ്റ്റ്യൻ അതുവരെയും സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ലെറ്റ്സ് ഡു ദിസ്. അപ്പോൾ എല്ലാവരും നോക്കൂ. അസേർഷൻ KP can be less than or greater than or equal to KC. യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. അതായത് KP is equal to KC into RT raised to delta n എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഡെൽറ്റ എൻ്റെ വാല്യൂ എങ്ങനാകുന്നോ ആ രീതിയിൽ നമുക്ക് ആരുടെ വാല്യൂസ് ഈക്വൽ ആകാം? KPൻ്റെ വാല്യൂസ് ഈക്വൽ ആകാം, KPൻ്റെ വാല്യൂസ് ഈക്വൽ അല്ലാതെയാകാം, ഗ്രേറ്റർ ആകാം, ലെസ് ദൻ ആകാം. വി കനോട്ട് പ്രെഡിക്റ്റ്, അൾട്ടിമേറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഡെൽറ്റ എൻ. അപ്പോൾ ആദ്യത്തത്, സോ KP ക്യാൻ ബി ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു KC. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത്, റിലേഷൻ ബിറ്റ്വീൻ KP ആൻഡ് KC ഡിപ്പെൻഡ്സ് ഓൺ ദി change in number of moles of gaseous reactants and product. നോക്കൂ, റിലേഷൻ ബിറ്റ്വീൻ KP ആൻഡ് KC ഡിപ്പെൻഡ്സ് ഓൺ ദ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് തീർച്ചയായിട്ടും ശരിയല്ലേ? അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തത് ആദ്യത്തതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 1 ശ്രീജിത്ത് പറഞ്ഞു, സാനിയ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഹെൻറി ഓൾറെഡി, അനന്ത് മധു. സോ എവറി വൺ ഹാസ് കം അപ്പ് വിത്ത്, സൽമാൻ ഓൾസോ സെഡ് ദ റൈറ്റ് വൺ. ഓക്കെ, ഷാരോൺ ഫിലിപ്പ്. അപ്പം നമ്മൾ ആൻസർ എന്ത് തന്നെയാണ്? ഓപ്ഷൻ 1 തന്നെയാണ്. ദർ ഈസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഡു ഇറ്റ്. നിങ്ങൾ കണ്ടിട്ടുള്ള ടൈപ്പ് തന്നെയാണ് ഇതെല്ലാം. ഇത് നമ്മുടെ മെറ്റീരിയൽ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ കം അപ്പ് വിത്ത് യുവർ സജഷൻ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. The solubility product of, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുകയാണ്, നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. സോലുബിലിറ്റി പ്രൊഡക്റ്റ് ഓഫ് AgCl തന്നിട്ടുണ്ട് മക്കളെ, എല്ലാവരും നോക്കണേ. 1.8 into 10 to the power minus 10. Precipitation of AgCl will occur by mixing which of the following solution mixed in equal volume. മക്കളെ, ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരൊറ്റ പോയിന്റ് ഇങ്ങനെയാണ്. അതായത് അയോണിക് പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ KSP ആണെങ്കിൽ what will happen there? Precipitation will take place എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ അവിടെ എന്ത് സംഭവിക്കുന്നു? precipitation take place. If ionic product greater than KSP, precipitation നടക്കും. അപ്പം നമ്മുടെ ഇവിടെ തന്നിരിക്കുന്ന പ്രകാരം 10 to the power minus 10 അല്ലേ. ആദ്യം നമുക്ക് പവേഴ്സ് നോക്കാം. പവറിൽ എന്തെങ്കിലും കോൺട്രവേഴ്സി വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റുള്ള വാല്യൂസും കൂടെ ചെക്ക് ചെയ്യാം. അപ്പം നമുക്കറിയാം AgCl അല്ലേ. അപ്പോൾ AgClൻ്റെ അയണിക് പ്രൊഡക്റ്റ് നമ്മൾ കാണുന്നത് Ag പ്ലസ് ഇൻറ്റു എന്നതാ മക്കളെ Cl മൈനസ് എന്നല്ലേ. അപ്പം നിങ്ങൾ നോക്കൂ, ആദ്യത്തത് 10 to the power minus 8, ഇപ്പുറത്തും 10 to the power minus 8, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 to the power minus 16 അല്ലേ. നെക്സ്റ്റ് അടുത്ത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 to the power minus 6, അടുത്ത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 to the power minus 12, അടുത്ത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 to the power minus 20. മക്കളെ, ഇതിലേതിലാണ് അയണിക് പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ നമ്മളുടെ 10 raised to minus 10 ആകുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരൊറ്റ ഓപ്ഷൻ മാത്രമല്ലേ ഇതിൽ എടുക്കേണ്ടതായിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ എടുക്കേണ്ട ആൻസർ തീർച്ചയായിട്ടും ഓപ്ഷൻ 2 തന്നെയാണ് അല്ലേ. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഞാൻ എഴുതിയിരിക്കുന്ന 10 raised to minus 6 അല്ല യഥാർത്ഥത്തിൽ ഇതിൻ്റെ അയണിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈക്വൽ വോളിയംസ് എന്നാണ്. അപ്പം നമ്മളവരെ മിക്സ് ചെയ്യുന്നത് ഈക്വൽ വോളിയം ആകുമ്പോൾ മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക, അയാളുടെ കോൺസെൻട്രേഷൻ പകുതിയാകും. അപ്പം ഞാൻ ഇവിടെ എഴുതേണ്ടത് Ag പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ 10 to the power minus 3 എന്നല്ല, പകരം 10 to the power minus 3/2 എന്നാണ്. ആൻഡ് സിമിലർലി അപ്പുറത്തും നമ്മൾ എഴുതേണ്ടത് 10 to the power minus 3/2 എന്നാണ്. ബട്ട് അങ്ങനെ ചെയ്താലും നോ പ്രോബ്ലം, വി ആർ ഗെറ്റിംഗ് 10 raised to minus 6/4 എന്നാണ്. എനിവേ ഇത് ആരോളം കുറവല്ല
10⁻⁻10 കുറവല്ല. അപ്പോൾ നമ്മൾ ആൻസർ ഓപ്ഷൻ 2 ആണ്. സോ മോസ്റ്റ് ഓഫ് യു ഹാസ് ഗിവൺ ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇത് ചെയ്തു തരണം. ഇത് ചെയ്യാത്ത ആരാണെങ്കിലും ഓക്കെ, ദാറ്റ്സ് റോങ്. പെട്ടെന്ന് തന്നെ ചെയ്യുക. എല്ലാവരും ചെയ്യുക. ചെയ്താടെ. ഫോർ എ റിയാക്ഷൻ AX BY reversibly gives XAY plus and YBX മൈനസ്. മേളിലുള്ള മൈനസ് ചാർജ് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആൻസറിലേക്ക് വരാം അല്ലേ? യെസ്, കം ഓൺ ബോയ്സ് ആൻഡ് ഗേൾസ്, ഗിവ് മീ കറക്റ്റ് ആൻസർ ഫ്രം യുവർ സൈഡ്. വിച്ച് വൺ ഐ വിൽ റൈറ്റ്? യെസ്. So for a reaction AX BY XAY plus YBX minus, അപ്പം നമ്മൾ നോക്കുമ്പോൾ അയാളുടെ KSP നമ്മൾ എഴുതണം അല്ലേ? So what is the KSP for this? KSP is equal to A raised to X into B raised to Y അല്ലേ? ഇങ്ങനൊരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കിടക്കുന്ന ഓപ്ഷൻ ഇതാണ്. ഇതല്ലല്ലോ. നമുക്കിവിടെ ആരുണ്ട്? AY പ്ലസ് പിന്നാരാ BX മൈനസ്. സോ ഓർ ആൻസർ ഈസ് ഡെഫിനറ്റ്ലി A തന്നെയാണ്, ഓപ്ഷൻ 1 തന്നെയാണ്, അല്ലാതെ വേറൊന്നും ഇല്ല. ഓക്കെ, സോ എവറി വൺ ഹാസ് സെറ്റ് ദി റൈറ്റ് വൺ. നെക്സ്റ്റ് അടുത്തത് പെട്ടെന്ന് നോക്കൂ. NCERTയിലെ പിക്ചർ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. വാട്ട്സ് ദ ആൻസർ? predict the direction from the comparison of QC and KC. മക്കളെ, നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. നോക്കൂ, നമ്മൾ പഠിച്ചത് ഇപ്രകാരമാണ്. നമ്മൾ ഇങ്ങനെയാണ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. whenever we have QC and KC, അപ്പോൾ QCയും KCയും ഈക്വൽ ആണെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലാണ്. എന്നാൽ QCയുടെ വാല്യൂ ലെസ് ദാൻ KC ആണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ, QCൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ KC ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുക, ഇതിലവർ പറയുന്നത് ഏതാണ് ശരിയായിട്ടുള്ളത്? മാർക്ക് ദ ഇൻകറക്റ്റ് ആണ്, ശരിയായിട്ടുള്ളതല്ല, തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഓപ്ഷൻ 1 ആണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ മാത്രമേ ഉള്ളൂ ഇനി ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ഓപ്ഷൻസ് വായിക്കുകയാണ്. അപ്പോൾ ആനന്ദം അത് പറയുന്നു, സർ ആൻസർ 2 ആണെന്ന്. ഓക്കെ, നിങ്ങൾ ആൻസറിലേക്ക് എത്തിയതേ ഉള്ളൂ, ഓപ്ഷൻ 2 ആണെന്ന്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞത് ഓപ്ഷൻ 1 ആയിരുന്നു അല്ലേ? ഓക്കെ ബ്രദേഴ്സ്, അപ്പം നമ്മൾ നോക്കാം. QC കുറവാണെങ്കിൽ റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിൽ പോകും. മക്കളെ, ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോർവേഡാണ്. ഓക്കെ, അപ്പോൾ QC ലെസ് ദാൻ, ഇത് ശരിയാണ്. അടുത്തത് QC ഈക്വൽസ്, അത് തെറ്റാണ് അല്ലേ? കാരണം റിയാക്ഷൻ ഗോസ് ഫ്രം, എങ്ങോട്ടും പോവില്ലല്ലോ, ഇക്വിലിബ്രിയത്തിലാണ്. അടുത്തത് QC greater than KC, reaction goes from right to left, backward. Yes, അതും ശരിയാണ്. QC equals KC, reactants and product are equilibrium. So definitely നമ്മുടെ ഓപ്ഷൻ എന്ത് തന്നെയാണ്? ഓപ്ഷൻ 2 തന്നെയാണ് അല്ലേ? ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ്, അപ്പം നിങ്ങൾ എല്ലാവരും ആൻസർ എനിക്ക് മുന്നേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആൻസർ ഈസ് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ ക്വസ്റ്റ്യൻ പ്രോപ്പർലി. ഓക്കെ, നമ്മുടെ ആൾക്കാരുടെ എണ്ണം കൂടുന്നുണ്ട്, പക്ഷേ ഇനി ആൾക്കാർ വരാനുണ്ട്. ഹോസ്റ്റലിലുള്ള പല ആൾക്കാർ ഇനിയും ഉറങ്ങുന്ന ആൾക്കാരുണ്ട്, അവരെ വിളിക്കുക. ഓക്കെ, സോ ദ ഇലക്ട്രോൺ ഐഡന്റിഫൈഡ് ബൈ കോണ്ടന്റ് നമ്പേഴ്സ് N and L. മക്കളെ, ഇതിൽ ക്യാൻ ബി പ്ലേസ് ഇൻ ദ ഓർഡർ ഓഫ് ഇൻക്രീസിങ് എനർജി. ഏതാണ് നമ്മൾ ആൻസറായി നമ്മൾ പറയുക? ദ ഇലക്ട്രോൺ ഐഡന്റിഫൈഡ് ബൈ കോണ്ടന്റ് നമ്പേഴ്സ് N and L. ഓക്കെ, യെസ്, നിങ്ങൾ ആൻസർ. നമുക്കറിയാം, നമ്മൾ എനർജീൻ്റെ ക്രൈറ്റീരിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് നമ്മളുടെ ഒരു പേരും പറഞ്ഞിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ്? ഇറ്റ്സ് കോൾഡ് ദ ബോർ-ബറി റൂൾ. ഇപ്പോൾ ബോർ-ബറി റൂൾ പ്രകാരം നമ്മൾ പഠിച്ചത് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N+L എന്നാണ്. പക്ഷെ മക്കൾ, നമ്മൾ ഇത് ബാധകമായിട്ടുള്ള ആർക്ക് മാത്രമാണ്? അല്ല, ഹൈഡ്രജൻ ഇത് ബാധകമല്ല, ബാക്കിയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ബാധകമായിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തർ N+L വാല്യൂ, N+L റൂളിന് നമ്മൾ വേറൊരു പേരാണ് ബോർ-ബറി റൂൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോക്കിയാൽ N+L വാല്യൂ 5, N+L വാല്യൂ 4, N+L വാല്യൂ 3, N+L വാല്യൂ 4. അപ്പോൾ അതിൽ തന്നെ 2 പേർക്ക് സെയിം നമ്പർ വന്നു.
രണ്ടുപേർക്ക് സെയിം നമ്പർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങളോടെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് സെയിം നമ്പർ, ഇയാൾക്ക് സെയിം നമ്പർ. അപ്പം നമ്മൾ അയാളുടെ എന്നിൻ്റെ വാല്യൂ നോക്കുക. ആർക്കാണോ എന്നിന് കൂടുതൽ വാല്യൂ ഉള്ളത് അയാളുടെ എനർജി കൂടുതലായിരിക്കും എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? സോ അവിടെ അല്ലേ നമ്മൾ പോകേണ്ടത് രണ്ടാമത്തേലേക്കാണ് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം ഏറ്റവും കൂടുതൽ 5 വന്നയാൾക്ക്, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആൾക്ക്, അത് കഴിഞ്ഞ് നാലാമത്തെ ആൾക്ക്, അത് കഴിഞ്ഞ് 3 വന്നയാൾക്ക് അല്ലേ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഞാൻ ഏതിലേക്ക് പോകണമെന്ന് നിങ്ങൾ പറഞ്ഞു തരിക. 5 വന്നത് ഒന്നാമത്തെയാണ്, പിന്നെ രണ്ടാമത്തെ ആളാണ്, പിന്നെ നാലാമത്തെ ആളാണ്, പിന്നെ മൂന്നാമത്തെ ആൾ. അപ്പോൾ ഏതാണ് കുട്ടികളെ ഓപ്ഷൻ ഞാൻ എടുക്കേണ്ടത് നിങ്ങൾ തന്നെ പറയുക. വാട്ട് ഈസ് ദ ആൻസർ ടു ബി ടേക്കൺ? ഓപ്ഷൻ 2. Yes, I think I had taken more time to solve this than you people. Okay, so fine, you had given the correct answer 2, 2, 2, 2. Okay, brothers, Harishankar has given the right answer, Devanandan, Abhi, so everyone. Let's go with this particular question. Tell me what's the answer for this. നമുക്ക് വായിക്കാം. Energy of 2s orbital of hydrogen atom is greater than 2s orbital of lithium. Okay, what is your answer for this particular question? നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തിട്ട് പെട്ടെന്ന് പറയാൻ ശ്രമിക്കുക. So energy of 2s orbital of hydrogen atom is greater than the 2s orbital of lithium. ഞാൻ ഇയാളുടെ ഇത് എഴുതാൻ പോവുകയാണ്. Energy of 2s orbital, okay, of hydrogen atom is greater than 2s orbital. നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? See, we have energy E is equal to E0 into അല്ലേ Z square by N square എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, Z square by N square. അപ്പോൾ ഇതിൽ ഒന്നുകൂടെ ഞാനിതിനെ എഴുതുകയാണെങ്കിൽ ഈസ് ഈക്വൽ ടു E0 by N square. ഓക്കെ, ഇതിപ്പോൾ 2s ഓർബിറ്റലിന് ഇത് സെയിം ആയിരിക്കും. ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് നമ്മൾ ഓർക്കണം. ഇൻറ്റു എന്താ വരിക? സെറ്റ് സ്ക്വയർ എന്നാ വരിക അല്ലേ? അപ്പം നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ ആൾ ഇപ്പോൾ ആരാ? ഹൈഡ്രജൻ്റെ വാല്യൂ, ഓക്കെ, അതിൻ്റെ വാല്യൂ എത്രയാണോ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ഇസഡ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് വാല്യൂ കൂടുകയാണ്. മൈനസ് വാല്യൂ കൂടിയാൽ അല്ലേ തീർച്ചയായിട്ടും എന്ത് ചെയ്യുകയാണ്? അത് കുറയുകയാണ്. അപ്പോൾ നോക്കണേ, മൈനസ് വാല്യൂ കൂടുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു വാല്യൂ ഇട്ട് നമുക്ക് നോക്കാം. ഇയാൾക്ക് എക്സ് എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആളെ രണ്ടാമത്തെ ആളെ നമുക്കൊന്ന് കണ്ടുപിടിച്ച് ഒറിജിനലായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങളുടെ സജഷൻസും പറയുക. ആനന്ദും അത് പറയുന്നു ഒന്നാമത്താണെന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. സി വി ഹാവ് ഇ ഈസ് ഈക്വൽ ടു, ആദ്യത്തെ ഞാൻ ഹൈഡ്രജൻ്റെ കേസാണ് എഴുതുന്നത്. E0 ഇൻറ്റു, ഓക്കെ, -E0 എന്നാണ്, -E0 എന്നാണ്. E0 ഇൻറ്റു 1 സ്ക്വയർ ബൈ 2 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു -E0 ബൈ 4. ആദ്യത്തത്. രണ്ടാമത്തത് E ഈസ് ഈക്വൽ ടു -E0 ഇൻറ്റു, ഓക്കെ, ലിഥിയമാണ്. ലിഥിയം വരുമ്പോൾ 3 സ്ക്വയർ ബൈ 2 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു -E സ്ക്വയർ ബൈ 4 ഇൻറ്റു 9. മക്കളെ, നമുക്കറിയാം മൈനസ് വാല്യൂ കൂടുതൽ ഇയാൾക്കാണ്. മൈനസ് വാല്യൂ കൂടുതലെന്ന് പറയുമ്പോൾ ഒറിജിനൽ വാല്യൂ എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ? അപ്പോൾ ആർക്കാ കൂടുതൽ ഒറിജിനൽ വാല്യൂ? ഹൈഡ്രജന്. അപ്പോൾ മക്കളെ, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നിങ്ങൾ തെറ്റാണെന്ന് വിചാരിച്ചാൽ ദാറ്റ്സ് റോങ്. ഫസ്റ്റ് വൺ ഇസ് ദ കറക്റ്റ്. അടുത്തത്, energies of the orbitals in the same subshell decreases with the increase in atomic number. അതാണ് നമ്മളിപ്പോൾ ചെയ്തതും. അപ്പോൾ ആദ്യത്തതും രണ്ടാമത്തതും ശരിയാണ്. ആദ്യത്തതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, അനന്തുമധു ആ ഒരു പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അനന്തുമധു പിന്നെ 3 ആണെന്നോ? അനന്തുമധു നോക്കൂ, അനന്തുമധു മൈനസിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അനന്തുമധു എന്ത് ചെയ്തത്? ഓപ്ഷൻ 3 എന്ന് എഴുതിയത്. ഓക്കെ, സോ ഡാർവിൻ പ്ലീസ് സീ ടു ദാറ്റ്. യെസ്, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കുട്ടികളെ. വാട്ട് ഈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ?
ഇത് നിങ്ങൾക്കൊരു ബോണസ് ക്വസ്റ്റ്യൻ ആണ്, വേറൊന്നുമില്ല. ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത്? നോ ഡൗട്ട് അവർ ആൻസർ ഈസ് ഫ്ലോറിൻ. വേറെ ഒരു എക്സ്പ്ലനേഷൻ്റെയും ആവശ്യം അവിടെ ഇല്ല. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? പെട്ടെന്ന് പറയുക, എന്താണ് നമ്മുടെ ആൻസർ? ആൻ എലമെന്റ് വിത്ത് എക്സ് 1 1 2. നോക്കണേ, നിങ്ങളോട് ഇതേ സെയിം ക്വസ്റ്റ്യൻ, ഇതേ ടൈപ്പ് എവിടെ ചോദിച്ചിട്ടുണ്ട്? 2024 ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം അവിടെ 118 കുറിച്ചിട്ടാണ് സംസാരിച്ചത് അല്ലേ? അപ്പം എലമെന്റ് വിത്ത് എക്സ് with z 112 has been recently discovered. To which group and period will it belongs? എടേ, നമ്മൾ പഠിച്ചിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ ഓർക്കുക. നമ്മൾ പഠിച്ചിട്ടുള്ള ഇങ്ങനെയാണ്: 2 10 അല്ലേ, 18 then 36 അല്ലേ, 54 86 118. അപ്പോൾ ഈ 118 എന്ന് പറയുന്ന ആളെ നമ്മൾ മറക്കരുത്. 118 നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഇത് ഏത് പീരീഡാണ്? 7th പീരീഡാണ് അല്ലേ? അത് 7th പീരീഡാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പോയിന്റ് 104 മുതൽ അങ്ങോട്ടേക്ക് വരുന്ന എല്ലാവരും അയാളുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് 104ന്റെ ഗ്രൂപ്പ് നമ്പർ 4th ഗ്രൂപ്പ്, 105ന്റെ ഗ്രൂപ്പ് നമ്പർ 5th ഗ്രൂപ്പ്, 110ന്റെ ഗ്രൂപ്പ് നമ്പർ 10th ഗ്രൂപ്പ്, 112ന്റെ ഗ്രൂപ്പ് നമ്പർ 12th ഗ്രൂപ്പ്. അപ്പോൾ നമ്മുടെ ആൻസർ 12th ഗ്രൂപ്പ് ആൻഡ് 7th പീരീഡ്. ഓപ്ഷൻ 1. So Jack Sparrow has said option 1. Anand Madhu has given answer 1. Sania Darwin given the group number. So it's 12th. Next. അടുത്തത്. പെട്ടെന്ന് വായിച്ചു നോക്കുക. Pick the answer. That's all. The radius of 5th Bohr orbit in hydrogen atom is എത്രയാണ്? ഹൈഡ്രജൻ R0 എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ അല്ലേ? അപ്പോൾ മക്കളെ നമ്മൾ പഠിച്ചത് റേഡിയസ് ഓഫ് nth orbit is equal to R0 into n square by z. That's what we studied അല്ലേ? അങ്ങനല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ മക്കൾ എല്ലാവരും നോക്കൂ, R0 into n square by z. ഇവിടെ സെഡിൻ്റെ കാര്യമില്ല, കാരണം നമ്മൾ സംസാരിക്കുന്ന ആരെക്കുറിച്ചിട്ടാണ്? ഹൈഡ്രജനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ശ്രീലക്ഷ്മി പറയുന്ന ഓപ്ഷൻ 3 ആണ്, നവറിൻ പറയുന്ന ഓപ്ഷൻ 3 ആണ്, അനന്ത് മധു പറയുന്ന ഓപ്ഷൻ 3 ആണ്. നോക്കട്ടെ, നമുക്ക് ഓപ്ഷൻ 3 ആണോ വരിക എന്ന് നോക്കാം. യെസ്, സോ ഡാർവിൻ, സാനിയ, ഓപ്ഷൻ 3 ആണ് ആൻസർ എന്നാണ് എല്ലാവരും പറയുന്നത്. ലെറ്റ് മീ ചെക്ക് ഇറ്റ്. എടേ, 5th Bohr orbit, അപ്പം നമുക്ക് Rn is equal to R0 into 5 square by n. So your answer is 25 R0. മുന്നോട്ടേക്ക് പോകാം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. യെസ്, ദ പ്ലോട്ട് ഓഫ് റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഫോർ വേരിയസ് ഓർബിറ്റൽസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം തന്നിട്ടുണ്ട്. ദ കറക്റ്റ് പ്ലോട്ട് ഫോർ ആർക്കുള്ളത് കണ്ടുപിടിക്കേണ്ടത് 3sന്റെ കറക്റ്റ് പ്ലോട്ട്. മക്കളെ നമുക്കറിയാം, നമുക്കൊരു പക്ഷേ ഇത് എല്ലാ ഗ്രാഫും നമുക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ നോക്കേണ്ടത് ഈ 3s എന്ന് പറയുന്ന വ്യക്തിയെ നോക്കുക. 3sന് എത്ര നോട്ട്സ് ഉണ്ടെന്ന് ശ്രദ്ധിക്കുക അല്ലേ? 3sന് എത്ര നോട്ട്സ്, സ്പെറിക്കൽ നോട്ട്സ് ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. 3sന്റെ സ്പെറിക്കൽ നോട്ട്സിൻ്റെ എണ്ണം 2 അല്ലേ? അപ്പോൾ 2 ആണ് സ്പെറിക്കൽ നോട്ട്സിൻ്റെ എണ്ണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഒരു നോഡ് അല്ലേ? ഈ ഗ്രാഫിൽ നിങ്ങൾ നോക്കുക, ഒരു നോഡ്, രണ്ടാമത്തെ നോഡ് അല്ലേ? എന്നാൽ ആദ്യത്തെ ഈ സിയിൽ നോഡേ ഇല്ല. നെക്സ്റ്റ് ഇതിലാണെങ്കിൽ ഒരു നോഡ് അല്ലേ? ഇതിലും നോഡേ ഇല്ല. സോ ഡെഫിനറ്റ്ലി നമ്മളുടെ വ്യക്തിക്ക് 2 നോഡ് ഉണ്ടാകണം. 2 നോഡ് ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ഇത് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും പറഞ്ഞ ആൻസർ എന്ത് തന്നെയാണ്? ഓപ്ഷൻ 2 തന്നെയാണ്. അപ്പോൾ ഈ ഫിഗർ കണ്ട് നമ്മൾ പേടിക്കരുത്. ഫിഗറിലെ നോട്ട്സ് വെച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സോ വാട്ട്സ് ദി ആൻസർ ദെയർ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി എന്നല്ല, രണ്ടാമത്തെ ചോയ്സ്. മുന്നോട്ടേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഓർബിറ്റൽ ഹാവിങ് 2 റേഡിയൽ ആസ് വെൽ ആസ് 2 ആംഗുലാർ നോട്ട്സ് അല്ലേ? സോ എന്തൊക്കെയാണ് ചോദിച്ചത്? 2 റേഡിയൽ നോഡും വേണം, അതുപോലെ 2 ആംഗുലർ നോട്ട്സും വേണം. മക്കളെ നമ്മൾ ആംഗുലർ നോട്ട്സിൻ്റെ കാര്യം പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. സി, ആംഗുലാർ നോട്ട്സ്
ഇപ്പോൾ ആംഗുലാർ നോട്ട്സിന് വേറെ ഏതൊക്കെ പേരെന്ന് പറയുമെന്ന് ചോദിച്ചാൽ നമ്മൾ 2D എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് പറയുന്ന വേറൊരു വാക്ക് പ്ലാനാർ നോഡെന്നാണ്. അപ്പോൾ ആംഗുലാർ നോഡെന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ 2D ഓർ പ്ലാനാർ നോഡെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇത് എസ് ഓർബിറ്റിലാണെങ്കിൽ 0 ആണ്, പി ഓർബിറ്റിലാണെങ്കിൽ 1 ആണ്, ഡി ഓർബിറ്റിലാണെങ്കിൽ 2 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മോട് പറഞ്ഞിരിക്കുന്നത് ആംഗുലാർ നോട്ട്സ് 2. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഏത് ഓർബിറ്റിനെ കുറിച്ചിട്ടാണ്? ഡി ഓർബിറ്റിനെ കുറിച്ചിട്ടാണ് അല്ലേ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ എത്രയാ? 2 റേഡിയൽ നോഡിൻ്റെ വേറൊരു പേരെന്താണ്? സ്പെറിക്കൽ നോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, നമ്മളിതിലേക്ക് വരുന്നു, ഓരോ ആൾക്കാരെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. 3p നമ്മൾ നോക്കിയാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാം ഇയാളുടെ നമ്പർ ഓഫ് ആംഗുലാർ നോട്ട്സ് സ്പെറിക്കൽ നോഡ് 1 ആണ്. ശരിയല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ n മൈനസ് l മൈനസ് 1 അല്ലേ. 3 മൈനസ് അല്ലേ 1 മൈനസ് 1 ഈക്വൽസ് എന്താ വന്നിരിക്കുന്നത്? 1. നൗ 4Dയിലേക്ക് വരിക. 4Dയിൽ നമുക്ക് അവിടെ എന്ത് വരും? 1 വരും. നമുക്ക് നോക്കിക്കളയാം. n മൈനസ് l മൈനസ് 1, 4 മൈനസ് 2 മൈനസ് 1 ഈക്വൽസ് എന്താണ്? 1. സോ ദീസ് 2 cannot be the answer. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ്സ് കം ടു 5D. 5Dയിലേക്ക് നമ്മുടെ ഇക്വേഷൻ n മൈനസ് l മൈനസ് 1, 5 മൈനസ് അല്ലേ, എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 2 അല്ലേ ഡി വരുമ്പോൾ 2 മൈനസ് 1. സോ വാട്ട് വി ഗെറ്റ് ടു 2. സോ ഓഫ് കോഴ്സ് നമ്മൾ ആൻസർ എന്ത് തന്നെയാണ്? അപ്പോൾ നിങ്ങളെല്ലാവരും ഓപ്ഷൻസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അനന്ത് മധു, ഡാർവിൻ, സാനിയ, അജയ് കൃഷ്ണ, ശ്രീരാഗ്, ജാക്ക്, ഷാമിലി. സോ എവരി വൺ ഹാസ് സെറ്റ് ദ റൈറ്റ് ആൻസർ ഓൺലി. അപ്പോൾ നമുക്ക് അടുത്തിലേക്ക് പോകാം. സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? നോക്കൂ, IUPAC nomenclature ഓഫ് an element with ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കൂ, ഇയാളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? നോക്കണേ എല്ലാവരും. 5f14 ഫിൽഡ് ആണ്. പിന്നെ 6Dയിൽ ഒരു ഇലക്ട്രോൺ വരണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 7s2 വരണം. എന്ന് പറഞ്ഞാൽ ആക്റ്റിനോയിഡിൻ്റെ ഏറ്റവും അവസാനമാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, 104 ആണ്. 104 റുദർഫോഡിയമാണ്. റുദർഫോഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ക്യാൻ സീ ദാറ്റ് 5f14, 6D2, 7s2 ഇതാണ് റുദർഫോഡിയം. അപ്പോൾ ഇത് റുദർഫോഡിയത്തിന് മുന്നേയുള്ള വ്യക്തിയാണ് ഇയാൾ. റുദർഫോഡിയത്തിന് മുന്നേയുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആരായിരിക്കും? വി ക്യാൻ സേ ദാറ്റ് 103 അല്ലേ, 103 അല്ലേ പറയാൻ സാധിക്കുക? നിങ്ങളൊന്ന് നോക്കിയേ. സോ വാട്ട് വിൽ കം as the answer for this? It will be 103 ആണോ നിങ്ങൾ ആൻസർ എന്ന്? സോ ഓപ്ഷൻ 4 ആണോ വരിക? ഓപ്ഷൻ 3 ആണോ വരിക? നോക്കി എല്ലാവരും. നൗറിൻ പറയുന്നു 4 ആണ്, ശ്രീലക്ഷ്മി പറയുന്നു 4. യെസ്, ഓപ്ഷൻ 4 comes as the answer. ഈ ഓപ്ഷൻ 3 ആയാൽ പ്രശ്നം എന്ന് വെച്ചാൽ അത് ആരായി പോകും? റുദർഫോർഡി ആയി പോകും. ഓക്കെ, സോ റുദർഫോർഡി ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഡിയിലേക്ക് ഒരു ഇലക്ട്രോണിനെ വേണം. നെക്സ്റ്റ് കഥയിലേക്ക് വരാം. സോ വാട്ട് ഈസ് നെക്സ്റ്റ്? എനർജി റിലീസ്ഡ് ഇൻ ദി പ്രോസസ്. നോക്കണേ എല്ലാവരും. സോഡിയം അല്ലേ, Na+, സോഡിയത്തിൽ നിന്ന് നമ്മളൊരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്നു. മക്കളെ, ആദ്യത്തെ ഈ പ്രോസസ്സിൻ്റെ പേര് വാട്ട് ഈസ് ദാറ്റ് കോൾഡ്? അയോണൈസേഷൻ അല്ലേ. അപ്പോൾ ആദ്യത്തെ ഈ പ്രോസസ്സിൻ്റെ പേര് അയോണൈസേഷൻ. ഇറ്റ്സ് എനർജി റിലീസ്ഡ് അല്ല, എനർജി റിക്വയർഡ് പ്രോസസ്സാണ്. അപ്പോൾ അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആൻസർ ആക്കി എടുക്കാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഓരോ ആൾക്കാരെയും ഇവിടെ പറയുന്ന എനർജി റിലീസ്ഡ് എന്നാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ O- നോക്കണേ, O- ഓൾറെഡി ഒരു ഇലക്ട്രോൺ ഉണ്ട്, അതിൻ്റെ കൂടെ വീണ്ടും ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നു. കുട്ടികളെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് പോസിറ്റീവ്. സോ ദിസ് കനോട്ട് ബി ദ ആൻസർ, ദിസ് കനോട്ട് ബി ദ ആൻസർ. ശരിയല്ലേ? നെക്സ്റ്റ് അടുത്തത് വീണ്ടും നോക്കൂ, എന്നിൽ ഓൾറെഡി 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ വീണ്ടും ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓൾറെഡി പോസിറ്റീവ് ആണ്. അപ്പോൾ തേർഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡെഫിനറ്റ്ലി പോസിറ്റീവ്, ദിസ് ഓൾസോ പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരൊറ്റ ഒരു ചോയ്സ് മാത്രമേ ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ 4. നിങ്ങളെല്ലാവരും ആൻസർ എന്ത് തന്നെയാണ്? 4 തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, നെക്സ്റ്റ് അടുത്ത കഥയിലേക്ക് വാ. യാ, read the question properly, give me your answer. In general, the properties that decrease and increase down a group in the periodic table respectively. അല്ലേ, ഇതിൽ നിങ്ങളെല്ലാവരും നോക്കണേ, ഇലക്ട്രോനെഗറ്റിവിറ്റി നമ്മൾ എന്താ ഒരു പറയുന്നത് ശ്രദ്ധിക്കണേ. ദാറ്റ് ഡിക്രീസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രോപ്പർട്ടി കുറയണം, രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ത് ചെയ്യണം, കൂടണം. ആദ്യത്തെ പ്രോപ്പർട്ടി കുറയുകയും രണ്ടാമത്തെ പ്രോപ്പർട്ടി കൂടുകയും വേണം. അങ്ങനെയാണെങ്കിൽ സി ഡൗൺ ദ ഗ്രൂപ്പ്. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി മക്കളെ, ഇലക്ട്രോനെഗറ്റിവിറ്റി താഴേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാണ്ട് കുറയുകയാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ശരിക്കും അവർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും കുറയുകയാണ്. അത് ശരിക്കും ഒരു കോൺട്രോവേഴ്സിയാണ്. കഴിഞ്ഞ കുറച്ച് 2024 അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് വെച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ അവരെന്താണ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുകയുള്ളൂ. നെക്സ്റ്റ്, അറ്റോമിക് റേഡിയസ് കൂടി വരികയാണ് അല്ലേ, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞു വരികയാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറഞ്ഞു വരികയാണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞു വരികയാണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞു വരികയാണ്, അറ്റോമിക് റേഡിയസ് കൂടി വരികയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഡാർവിനും ജാക്ക് സ്പാരോ സാനിയോ അബി എവരിവൺ ഹാസ് സെഡ് നമ്മുടെ ആൻസർ എന്ത് തന്നെയാണ് മക്കളെ? ഉറപ്പായും നമ്മുടെ ആൻസർ 4 എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ടിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? യാ, വിച്ച് പെയർ ഓഫ് ഓക്സൈഡ് ഈസ് അസിഡിക് ഇൻ നേച്ചർ? വിച്ച് പെയർ ഓഫ് ഓക്സൈഡ് ഈസ് അസിഡിക് ഇൻ നേച്ചർ? മക്കളെല്ലാവരും നോക്കണേ, ഇതിൽ കാൽസ്യം ഓക്സൈഡ് എന്താണ്? കാൽസ്യം ഓക്സൈഡ് ഉറപ്പായും ഒരു ബേസിക് ആയിട്ടുള്ള ഓക്സൈഡാണ്. സിലിക്ക ഈസ് എൻ അസിഡിക് ഓക്സൈഡ്. പക്ഷേ ഈ അസിഡിക് ഓക്സൈഡിന് ഒരു പ്രത്യേകതയുണ്ട്. അയാൾ NCERT നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അയാൾ NaOH റിയാക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ബട്ട് NCERT സ്റ്റേറ്റ്മെൻറ്റും പറയുന്നുണ്ട് സോ അസിഡിക്. പിന്നെ B2O3 നമ്മൾ പഠിച്ചിട്ടുണ്ട്, അയാൾ അസിഡിക് ആണ് അല്ലേ. പിന്നെ കാൽസ്യം ഓക്സൈഡ് അയാൾ ആരാണ്ട് ബേസിക്, വി സെഡ് ഓൾറെഡി. നൗ B2O3 അസിഡിക് ആണ് ആൻഡ് SiO2 അഗെയിൻ അസിഡിക് ആണ്. N2O ഈസ് അല്ലേ, N2O ആണ്. N2O എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. ഓക്കെ, ന്യൂട്രൽ ആണ്. ബേരിയം ഓക്സൈഡ് ഈസ് ബേസിക്. അപ്പം നമുക്ക് ഇവിടെയുള്ള നമ്മുടെ ആൻസർ ഉറപ്പായും നമുക്ക് എന്ത് സെലക്ട് ചെയ്ത് പോകാം? നമ്മുടെ ആൻസർ ഓപ്ഷൻ 3 ടിക്ക് ചെയ്യുന്നതിൽ ആർക്കും യാതൊരു പരാതിയില്ലല്ലോ അല്ലേ. അപ്പോൾ ആംഫോട്രിക് ആയിട്ടുള്ള കുറേ ആൾക്കാർ നമ്മുടെ മനസ്സിലേക്ക് വയ്ക്കാൻ ശ്രമിക്കുക, ഇസ്ന്റ് ഇറ്റ്? ആംഫോട്രിക് ആയിട്ട് അപ്പം നമ്മൾ അലുമിനിയം ഓക്സൈഡ് എടുത്താൽ, ഗാലിയം ഓക്സൈഡ് എടുത്താൽ അവരൊക്കെ എന്താണ്? ആംഫോട്രിക് ആയിട്ടുള്ള വ്യക്തികളാണ്. സോ പ്ലീസ്, സിങ്ക് ഓക്സൈഡ് ആംഫോട്രിക് ആയിട്ടുള്ള വ്യക്തിയാണ് അല്ലേ. സോ അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ Cr2O3 ആംഫോട്രിക് ആയിട്ടുള്ള വ്യക്തിയാണ്, V2O5 ആംഫോട്രിക് ആയിട്ടുള്ള വ്യക്തിയാണ്. ഇവരൊക്കെ എന്ത് ചെയ്യുക? നമ്മുടെ മനസ്സിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് കഥയിലേക്ക് നമ്മൾ പോകുന്നു. നോക്കൂ, സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലേ. ആ സോഡിയം ഹൈഡ്രോക്സൈഡ് അയാൾ എന്ത് ക്യാരക്ടർ എന്നാ? ഡിഫറെൻറ്റ് ഹൈഡ്രോക്സൈഡിൻ്റെ ക്യാരക്ടർസാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് വി നോ ഇറ്റ് ഈസ് ബേസിക്. ബെറിലിയം ഹൈഡ്രോക്സൈഡ് ഈസ് ആംഫോട്ടറിക് അല്ലേ, ആംഫോട്ടറിക്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ബേസിക്. BOH ത്രൈസ് അസിഡിക്. അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആംഫോട്ടറിക്. അപ്പോൾ നമ്മൾ ഇതിൽ 2 ആൾക്കാർ ആംഫോട്ടറിക് ആയിട്ട് വന്നു. ആരൊക്കെയാണ് 2 ആൾക്കാർ ആംഫോട്ടറിക് ആയിട്ട് വന്നത്? ബിയും ഇയും. അപ്പോൾ ബിയും ഇയും 3 വരണം, ബിയും ഇയും 3 വരണം. സോ ഓപ്ഷൻ 4 ക്യാൻ ബി ദി ആൻസർ ഫോർ ദിസ് അല്ലേ. യെസ്, നിഹാൽ പറയുന്ന ഓപ്ഷൻ 4, നൗറൻ പറയുന്ന ഓപ്ഷൻ 4, ഇസ്ന്റ് ഇറ്റ്? അജിത്ത്, എല്ലാവരും എന്ത് തന്നെയാണ്? ഓപ്ഷൻ 4 തന്നെയാണ് ആൻസർ ആയിട്ട് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ വാട്ട് ഈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് സബ്സ്റ്റൻസ് ഇല്ലുസ്ട്രേറ്റ് ദ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ? ആരൊക്കെയാണ് ഇതിൽ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഒബേ ചെയ്യുന്ന ആൾക്കാരെന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നിങ്ങൾ തന്നെ പറയുക. സി, വി ഹാവ് കാർബൺ മോണോക്സൈഡ് ഇല്ലേ, കാർബൺ മോണോക്സൈഡ്. ഇതിലാരാണ്? കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഇവർ രണ്ടുപേരും അല്ലേ, 2 എലമെൻറ്റ്സ് കമ്പൈൻഡ് ഇൻ ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ വെൻ 2 എലമെൻറ്റ്സ് കമ്പൈൻ ഇൻ ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻ, അപ്പം നമ്മൾ ആൻസർ ഇതിൽ കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, വേറൊരു ഓപ്ഷൻ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ല. നെക്സ്റ്റ്, മൊളാരിറ്റി ഓഫ് പ്യുവർ വാട്ടർ
മൊളാരിറ്റി ഓഫ് പ്യുവർ വാട്ടർ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ആൻസർ ഫോർ ദാറ്റ്? 55.5. കാരണം നമ്മൾ എടുത്തിരിക്കുന്നത് എത്ര, ഇപ്പോൾ 1 ലിറ്റർ വെള്ളം എടുത്തെന്ന് വിചാരിച്ചോ, അല്ല 2 ലിറ്റർ വെള്ളം എടുത്തെന്ന് വിചാരിച്ചോ, 1 ലിറ്റർ എടുത്തെന്ന് വിചാരിച്ചോ, എത്ര നിങ്ങൾ എടുത്താലും യു ക്യാൻ സീ ദാറ്റ് അയാളുടെ മൊളാരിറ്റിയിൽ മാറ്റം ഉണ്ടാവുന്നില്ല. മൊളാരിറ്റി എത്ര തന്നെയാണ്? 55.56 തന്നെയാണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 1 mole carbon dioxide contains, ഓക്കെ, 1 mole carbon dioxide contains എത്ര എന്നാണ്. അപ്പം നിങ്ങളുടെ ആൻസർ എല്ലാവരും നോക്കിയിട്ട് you just tell me what is the answer for this particular question. 1 mole of carbon dioxide contains, we have ആദ്യത്തത് ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾ കൺസിഡർ ചെയ്താൽ അതിൽ ഒരു കാർബണും 2 ഓക്സിജനുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1 മോൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഇരട്ടി ഓക്സിജനാണ് വരേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കനോട്ട് ബി ദ ആൻസർ. ശരിയല്ലേ? ഫസ്റ്റ് കനോട്ട് ബി ദ ആൻസർ. അടുത്തത് യെസ്, ഒരു കാർബൺ ഡൈ ഓക്സൈഡിൽ 1 കാർബൺ, അപ്പോൾ 1 മോളിൽ ഇത്രയും കാർബൺ. അപ്പോൾ നമ്മൾ വേറെ ഓപ്ഷനൊന്നും അവിടെ നോക്കി പോകേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം രണ്ടാമത്തെ തന്നെ ആയിരിക്കും നമുക്ക് ഓപ്ഷനായിട്ട് എടുക്കാൻ സാധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാവരും നോക്കുക, ആരാണോ ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കുന്നത് നമുക്ക് നോക്കാം. ആരൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ റോങ് ആൻസർ നമുക്ക് തരിക? എവരി വൺ ഹാസ് സെഡ് 2 ഫോർ ദാറ്റ്. പക്ഷേ ഇതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കുക പെട്ടെന്ന്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഹാവ് സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്? എവിടെയാണ് സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളത്? നോക്കണേ, ആദ്യത്തത് 2 മോൾ. ഗ്രാം മോൾ എന്ന് പറയുന്നതും മക്കളെല്ലാവരും ശ്രദ്ധിക്കുക, ഗ്രാം മോൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? മോളം തന്നെയാണ്. ഓക്കെ, സോ ഗ്രാം മോൾ എന്ന് പറയുന്നതും മോൾ തന്നെയാണ്. അപ്പോൾ ആദ്യത്തത് 2 ഗ്രാം മോൾ, രണ്ടാമത്തത് 4 ഗ്രാം മോൾ. മക്കളെല്ലാവരും നോക്കൂ, ഇത് രണ്ടും ഡിഫറെൻ്റ് നമ്പർ ഓഫ് മോൾസ് ആണ്. ഡിഫറെൻറ്റ് നമ്പർ ഓഫ് മോൾസ് ആണെങ്കിൽ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. ദാറ്റ് കൻ നോട്ട് ബി ദ ആൻസർ. അപ്പോൾ എ ഉള്ള ഒന്നും നമ്മൾ ആൻസർ വരില്ല. ഓക്കെ, എ ഉള്ള ഒന്നും ആൻസർ വരില്ല. അപ്പോൾ പിന്നെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം അടുത്തത് 2 മോൾ. 2 മോൾ രണ്ടിടത്തും സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. പക്ഷെ അടുത്തത് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഇവരുടെ ഓപ്ഷൻസ് ഒന്നും എന്ത് ചെയ്യായിരുന്നു, ഒന്നൊരു ട്വിസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ചതിയിൽപ്പെട്ടനായിരുന്നു. നോക്കൂ, അടുത്ത കേസിൽ 224 മോൾ ഓഫ് O2, നോ മില്ലി ലിറ്റർ ഓഫ് O2 അല്ലേ, അത് STPയിലാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, STP എന്ന് പറയുന്നത്, ഓൾ ഓഫ് യു പ്ലീസ് മൈൻഡ്, STP എന്ന് പറയുന്നത് 180m ആണ് അല്ലേ, 273 കെൽവിൻ ആണ്. അപ്പോൾ അവിടെയുള്ള വോളിയം 224 ml. എന്നാൽ അടുത്ത ശ്രദ്ധിക്കണേ, അടുത്തത് 0.5 ATM. ഓക്കെ, 0.5 ATMൽ അവിടെ നമുക്ക് എത്രയാണ്? 448 ml എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, അവിടെ പ്രഷർ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് തന്നെയായിരിക്കും? സിയും നമുക്ക് എന്ത് ചെയ്യാം? സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് എടുക്കാം. അപ്പോൾ മിക്ക ആൾക്കാരും ഓപ്ഷൻ എന്ത് തന്നെയാണ്? ബി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് വേറെ തരത്തിൽ ഓപ്ഷൻ ക്രമീകരിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തതിനായിരുന്നു? പെട്ടുപോയനായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ് ബ്രദേഴ്സ്, ഇത് നമ്മുടെ NCERT തന്നെ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ്സ് ഡു ദാറ്റ്. ഫോർ ദ റിയാക്ഷൻ A + 2B gives 2C. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ആൻസർ തന്നെ. ആരാ ആൻസർ പറയുന്നത് നോക്കാം നമുക്ക്. യെസ് ബ്രദേഴ്സ്, അതായത് ഫോർ ദ റിയാക്ഷൻ A + 2B gives 2C. അപ്പോൾ നമ്മൾ എഴുതുകയാണ് A + 2B gives 2C. അപ്പോൾ ഇതിൽ Aൻ്റെ എമൗണ്ട് 5 moles ഓഫ് A, ഓക്കെ, പിന്നെ 8 moles ഓഫ് B റിയാക്റ്റഡ്. അങ്ങനെയാണെങ്കിൽ കുട്ടികളെ ശരിക്കുമുള്ള സ്റ്റോഷിയോമെട്രി പ്രകാരം ഇയാൾ 8 ആണെങ്കിൽ ഇയാൾ 4 പോരെ. അപ്പോൾ ഇവിടെ 4 പേര് റിയാക്ട് ചെയ്യും 8 പേരുമായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതും 8 പേരായിരിക്കും. വാട്ട് ഈസ് ബാലൻസ്? ബാലൻസ് വിൽ ബി ലൈക്ക് ദിസ്. ഇതായിരിക്കും നമ്മളെ ബാലൻസ്. അപ്പം നിങ്ങൾ തന്നെ പറയും ആൻസർ. എല്ലാ എയും കൺസ്യൂംഡ് ആയിപ്പോയി, തെറ്റാണ് അല്ലേ. ബി ഈസ് എക്സസ് റിയേജൻ, അതും തെറ്റാണ്. 8 moles ഓഫ് C ഈസ് ഫോംഡ്, അത് ശരിയാണ്. അത് തന്നെയാണ് നിങ്ങൾ മിക്ക ആൾക്കാർ ആൻസർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതും.
പിന്നെന്താണ് 8 ഇക്വലൻസ് ഓഫ് സി. മക്കളെ 8 ഇക്വലൻസ് എന്ന് നമുക്കൊരിക്കലും നിർബന്ധം പറയാൻ പറ്റില്ല. അത് 8 മോൾസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നിർബന്ധം പറയാം. ഓക്കെ, ഇക്വലൻസ് ആണോ അല്ലയോ എന്ന് പറയണമെങ്കിൽ ആ സ്പീഷീസ് ആരാണെന്ന് വ്യക്തമായിട്ടോടെ സംസാരിക്കണമായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ വൺ. ഓക്കെ, സോ അജയ്, സാനിയ, അല്ലെ, ഷാമിലി, നൗറൻ, എവരി വൺ ഹാസ് ഗിവൺ ദ റൈറ്റ് ആൻസർ ഓൺലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Number of electron deficient molecules among the following. Number of electron deficient molecules among the following. അല്ലേ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലത്തെ GIBയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണ്? ലിഥിയം ഹൈഡ്രൈഡ്, പിന്നാരാണ് B2H6, പിന്നാരാണ് BCl3, അല്ലേ. സോ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇന്നലത്തെ എന്തായിരുന്നു, GIBയിൽ ഉണ്ടായിരുന്നു. സോ അവർ ആൻസർ ഈസ് ഉറപ്പായും ഓപ്ഷൻ 3. മുന്നോട്ടേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ആൻസർ പറയുക. വാട്ട് ഈസ് ദ ആൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ വൺ? എമംഗ് ദ ഫോളോയിങ് മോളിക്യൂൾസ് ഓർ അയോൺസ്. തന്നിരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കൂ. C2 2-, N2 2-, O2 2-, O2, അല്ലേ. ഇവരെ ഇത്രയും തന്നിട്ടുണ്ട്. വിച്ച് വൺ ഈസ് diamagnetic and has the shortest bond length? മക്കളെ, shortest bond length means highest bond order. highest bond order നമുക്കറിയാം. O2-ൽ ഉള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം 16, O2 2- ഇലക്ട്രോണിൻ്റെ എണ്ണം 18, N2 2- ഉള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം 16, C2 2- ഇലക്ട്രോണിൻ്റെ എണ്ണം 14, അല്ലേ. അപ്പോൾ നിഹാല് O2 2- പറഞ്ഞിരിക്കുന്നു. നിഹാലെ നോക്കിയേ ഏതാ ആൻസർ എന്ന്. ആനന്ദും അത് പറഞ്ഞിരിക്കുന്നു ഓപ്ഷൻ 2 ആണെന്ന്. ഓക്കെ, നിഹാല് പറഞ്ഞു. നിഹാല് പക്ഷേ O2 2- അല്ലേ പറഞ്ഞു. നിഹാല് നോക്കിയേ, നിഹാലെ അതാണ് ആൻസർ വരിക എന്ന്. ആനന്ദും അത് 14 എന്ന് പറയുന്ന നമ്പറല്ലേ നമ്മൾ നമ്മുടെ മനസ്സിൽ വെക്കേണ്ടത്. 14 എന്ന് പറയുന്ന നമ്പറിൻ്റെ ബോണ്ട് ഓർഡർ അല്ലേ നമ്മളിങ്ങനെ പഠിച്ചത്. അതായത് 8 കഴിഞ്ഞു, 9 വന്നപ്പോൾ അയാളുടെ ബോണ്ട് ഓർഡർ 0.5, 10 വന്നപ്പോൾ അയാളുടെ ബോണ്ട് ഓർഡർ 1, പിന്നെ 11 വന്നപ്പോൾ അയാളുടെ ബോണ്ട് ഓർഡർ 1.5, 12 ബോണ്ട് ഓർഡർ 2, ആൻഡ് 13 ബോണ്ട് ഓർഡർ 2.5, 14 ബോണ്ട് ഓർഡർ 3. സോ 14 ബോണ്ട് ഓർഡർ 3, 15 ഇറങ്ങാൻ തുടങ്ങുകയാണ് 2.5, 16 2. അപ്പോൾ ഇയാളുടെ ബോണ്ട് ഓർഡർ 2, ഇയാളുടെ ബോണ്ട് ഓർഡർ 2. Next 17 we have a 1.5, 18 we have 1. So this is 1. മക്കളെ നമ്മോട് ചോദിച്ചത് ഷോർട്ടസ്റ്റ് ബോണ്ട് ലെന്താ, അപ്പോൾ മാക്സിമം ബോണ്ട് ഓർഡർ വരണം എന്നുള്ള ഒന്ന്. പിന്നെ ഇയാൾ ഡയാമാഗ്നറ്റിക്. മക്കളെ നൈട്രജൻ 14 ആണ്, പെർഫെക്റ്റ്ലി ഫിൽഡ് ആണ്. അപ്പോൾ അയാൾ ഡയാമാഗ്നറ്റിക് അല്ലാതെ വേറെ ആരും ആകില്ലല്ലോ. അപ്പോൾ നമ്മൾ ആൻസർ എന്ത് തന്നെയാണ്, ഓപ്ഷൻ 4 ആണ്. നോക്കണേ, അതെന്താ ഡാർവിൻ 1 or 3 എന്ന് പറഞ്ഞ ആൻസർ? അതെന്താ ഡാർവിൻ അങ്ങനെ പറഞ്ഞു? നോക്കിയെന്നൂടെ. 10ഉം 16ഉം പാരാമാഗ്നറ്റിക് ആണോ? ഉറപ്പായും 10ഉം 16ഉം പാരാമാഗ്നറ്റിക് ആണ്. 10ഉം 16ഉം പാരാമാഗ്നറ്റിക് ആണ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. നോക്കൂ ഡാർവിൻ, സാധാരണഗതിയിൽ ബോണ്ട് ഓർഡർ 0.5 വന്നാൽ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓഡ് നമ്പർ വന്നാൽ അവർ പാരാമാഗ്നറ്റിക് ആയിരിക്കും. അങ്ങനെ അല്ലാതാകുന്നത് 10ൻ്റെ കേസിലും 16ൻ്റെ കേസിലും അവർ പാരാമാഗ്നറ്റിക് ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ദാറ്റ്സ് ഓൾ. ഡാർവിൻ പറഞ്ഞത് ശരി തന്നെയാണ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡ്യൂറിങ് ദ ചേഞ്ച് ഓഫ് O2 എന്തായി മാറുന്നത്? O2-, the incoming electron goes to the orbital. നിങ്ങൾ ആരാ ഇതിൻ്റെ ആൻസർ പറയുക? ഒന്ന് പറഞ്ഞ് ലെറ്റ് മീ സീ ഹൂ വിൽ ഗിവ് മി ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. വെരി വെരി സിമ്പിൾ, ദർ ഈസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ബട്ട് യു ടെൽ മീ വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ്. O2 എന്തായി മാറുന്നു? O2- ആയി മാറുന്നു. അങ്ങനെയാണെങ്കിൽ ഇൻകമിങ് ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകും എന്നതാണ് ചോദ്യം. ഓക്കെ ബ്രദേഴ്സ്, പറയാം. O2 ആകുന്നു. ഇൻകമിങ് ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകും? ഞാൻ എന്ത് ചെയ്യുന്നു? O2, മക്കളെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ O2ൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺ 16 ആണ്, അല്ലേ. 16ൻ്റെ
അവസാനത്തെ ഓർബിറ്റൽ നിങ്ങൾ നോക്കിയാൽ we have a pi star 2px and pi star 2py. pi star 2pxും pi star 2pyയുമാണ് നമ്മുടെ കയ്യിലുള്ളത്. അവിടെ ഓരോരോ ഇലക്ട്രോൺസ് ഉള്ള സിറ്റുവേഷനാണ് ഓക്സിജൻ 16. ഇത് നമ്മുടെ NCERTയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണ് നമ്മൾ അയാളെ പാരാമാഗ്നറ്റിക് എന്ന് പറയുന്നത് അല്ലേ. കഴിഞ്ഞ ദിവസം ഡാർവിൻ പറഞ്ഞതുപോലെ 32 എന്ന് പറയുന്ന ആളും എന്താണ് പാരാമാഗ്നറ്റിക് ആണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. സോ ലിസൺ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 1 1 ഇനി നമ്മൾ O2 മൈനസിലേക്ക് പോകുന്നു. O2 മൈനസ് എത്രയാണ് 17 അല്ലേ. അപ്പോൾ ഉറപ്പായി ഇലക്ട്രോൺ ഇവിടെ ഫില്ല് ചെയ്യപ്പെടും. സോ ഇലക്ട്രോൺ ഗോസ് ടു എങ്ങോട്ടേക്ക്? pi star 2pxലേക്ക്. ഓപ്ഷൻ 2. രവീന്ദ്ര സംഘ നീ പറഞ്ഞിരിക്കുന്നത് 1 എന്ന് പറഞ്ഞിരിക്കുന്നു. ഐ ഡോണ്ട് നോ, ഒന്ന് ചെക്ക് ചെയ്യുക. ഡാർവിൻസ് ഫാദർ ഇപ്രാവശ്യം W എന്നിട്ടിരിക്കുന്നു. മേ ബി ഐ ഡോണ്ട് നോ അവൻ എന്താണ് ടൈപ്പ് ചെയ്തതെന്ന് ഒന്നുകൂടെ നോക്കുക എന്താണ് ഈ W. ഓക്കെ, ഇത് സെറ്റില്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2 ആണ്. മുന്നോട്ടേക്ക് പോവാം. സോ വി ആർ മൂവിങ് അഹെഡ് വിത്ത് നെക്സ്റ്റ് പോയിന്റ്. നോക്കൂ, നെക്സ്റ്റ് വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇൻ സൈക്ലിക് പ്രോസസ് ആസ് ഷോൺ ഇൻ PV ഡയഗ്രാം. ആസ് ഷോൺ ഇൻ PV ഡയഗ്രാം. ഓക്കെ, നോക്കണം എല്ലാവരും. വി ഹാവ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ സി വർക്ക് ഡൺ അല്ലേ. അപ്പോൾ ഇത് സർക്കിളല്ലേ നമ്മളെ കയ്യിലുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ സൈക്ലിക് വർക്ക് ഡൺ അല്ലേ. അപ്പോൾ സൈക്ലിക് വർക്ക് ഡണ്ണിൽ നമ്മൾ ഇയാളുടെ ഏരിയ അല്ലേ നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മൾ അയാളുടെ ഏരിയ കാണുക. സി ഇവിടെ നമുക്ക് സി ഹിയർ യു ക്യാൻ സി ദാറ്റ് 3v0 അല്ലേ. ഇവിടെ നമുക്കറിയാം 2p0 വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സോ വാട്ട് ഈസ് ഹിയർ 2p0 ആൻഡ് വാട്ട് വിൽ ബി ഹിയർ 3v0. അങ്ങനെയാണെങ്കിൽ ഏരിയ, സോ വാട്ട് ഈസ് ദ ഏരിയ ഓവർ ഹിയർ? ഏരിയ ഈസ് ഈക്വൽ ടു 2p0 ഇൻറ്റു 3v0. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ 6p0v0. സോ വി ഹാവ് ഓൺലി ഓപ്ഷൻ 1. യെസ്. എനിക്ക് മുടി വെട്ടിയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മുടി ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം ചോദിക്കേണ്ടത്. ഓക്കെ മിസ്റ്റർ. അപ്പോൾ നമ്മൾ അടുത്ത കഥയിലേക്ക് പോവുകയാണ്. ഗിവൻ ദൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ആൻസർ എന്ത് തന്നെയാണ്? 1 തന്നെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ അബി 1, അജിത് 1, ടിപ്സ് വേൾഡ്, ജാക്ക് സ്പാരോ 1. ഡാർവിൻ തൽക്കാലം ആൻസർ പറയുന്നില്ല, കാരണം അവൻ എൻ്റെ ഗംഭീരമായ മുടിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. നെക്സ്റ്റ് കഥയിലേക്ക് നമ്മൾ പോവുകയാണ്. വാട്ട് ഈസ് നെക്സ്റ്റ്? ഗിവൻ ദാറ്റ് ഇവിടെ ആദ്യം സോളിഡ് ലിക്വിഡായി മാറി. സോളിഡ് ലിക്വിഡായി മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എനർജി കൊടുക്കണം. അപ്പം നമുക്ക് എക്സ് അത് പ്ലസ് തന്നെയാണ്, മൈനസ് ഇല്ല, പ്ലസ് തന്നെയാണ്. പിന്നെ ലിക്വിഡ് ഗ്യാസ് ആയി മാറി, അതും എന്ത് തന്നെയാണ് അല്ലേ. ഇത് ഹീറ്റ് ഓഫ് സബ്ലിമേഷൻ. അപ്പോൾ ഹീറ്റ് ഓഫ് സബ്ലിമേഷൻ എന്ന് പറയുന്നത് സോളിഡിൽ നിന്ന് ഡയറക്റ്റ് എങ്ങോട്ടേക്ക് വരുന്നതാ? ഗ്യാസിലേക്ക് വരുന്നതല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ തിങ്ക് ഓഫ് ഇത് രണ്ടുകൂടെ കൂട്ടുക. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 1. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് NCERTയിൽ തന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എടുത്ത് ഒരു ക്വസ്റ്റ്യൻ ആക്കി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും എൻ്റെ മുടിയെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കഥകളിലേക്ക് പോകാം. സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റോറി? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ദ എൻട്രോപ്പി ഡിക്രീസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താ 4 പറഞ്ഞ നേരത്തെ? രവീന്ദ്ര, അനന്തു മധു സെഡ് 1, സഫ സെഡ് 1. ഓക്കെ ഓക്കെ, ഷാമിലി 2. അപ്പോൾ നോക്കൂ രവീന്ദ്ര ആൻഡ് സഫ, വാട്ട് ഹാപ്പൻ ഓവർ ദെയർ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കണം എല്ലാവരും. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് in which of the following process the entropy decreases അല്ലേ. എവിടെയാണോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറഞ്ഞു വരുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തെ കേസിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഫസ്റ്റ് കേസ് 5, എല്ലാവരും ഗ്യാസ് ആണ്. ഇപ്പുറത്ത് 2, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറഞ്ഞു. അപ്പോൾ ആദ്യത്തെ കേസിൽ എൻട്രോപ്പി ഡിക്രീസസ്. അടുത്തത് 2, ഇവിടെയും 1 + 1 നോ ചേഞ്ച്. അടുത്തത് 2, 1 + 3 കൂടി. അടുത്തത് 1 + 4 5 കൂടി. എവിടെയാണ് കുറഞ്ഞത്? ഡിക്രീസസ്. ഒറ്റ കേസിലേ ഉള്ളൂ. എല്ലാവരും ആൻസർ യുനാനിമസ് ആയിട്ട് പറഞ്ഞു ഓപ്ഷൻ 1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ചെയ്യുക അല്ലേ. ടൊറൻഡോസ് റൂൾ വെച്ചിട്ടുള്ളതാണ്. ഇഫ് ദ എൻട്രോപ്പി ഓഫ് വേപ്പറൈസേഷൻ ഓഫ് എ ലിക്വിഡ് is 110 joule Kelvin raised to -1 mole raised to -1.
and its enthalpy of vaporization is 50 kilojoule per mole, the boiling point of the liquid. പെട്ടെന്ന് തന്നെ ആൻസർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റുമെങ്കിൽ നോക്കിയേ. സോ നമുക്ക് തന്നിരിക്കുന്ന നമ്മൾ പഠിച്ച ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ടി അല്ലേ. സോ ഡെൽറ്റ എസ് ബൈ ടി. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ എല്ലാവരും നോക്കൂ, വാട്ട് ഈസ് ഡെൽറ്റ എച്ച്? ഇറ്റ്സ് ഗിവൻ 50. വാട്ട് ഈസ് ഡെൽറ്റ എസ് 110? അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ടി ഈസ് ഈക്വൽ ടു 50 into 1000, ബിക്കോസ് കിലോ ജൂൾ അല്ലേ, കിലോ ജൂളിനെ നമ്മൾ എന്തിലേക്ക് മാറ്റി, ജൂളിലേക്ക് മാറ്റുകയാണ്, ഡിവൈഡഡ് ബൈ 110. ഇതാണ് നമ്മളുള്ളത് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞേ പെട്ടെന്ന്. അപ്പോൾ ഞാൻ ഈ പൂജ്യത്തിനെയും ഇതിനെയും കട്ട് ചെയ്തു. സോ വി ഹാവ് 50 ഡിവൈഡഡ് ബൈ വാട്ട് 11. അപ്പോൾ ഇത് 4. സോ വി ഹാവ് 44 അല്ലേ. സോ വി ഗെറ്റ് 6 ആണെങ്കിൽ വീണ്ടും 5. സോ 55. അപ്പോൾ നമ്മൾ ആൻസർ ഉറപ്പായും 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് അല്ലെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 4.5 അപ്പോൾ 454. അത് മാത്രമേ ആൻസർ വരാൻ സാധ്യതയുള്ളൂ, വേറൊന്നും ആൻസർ ആയിട്ട് വരില്ല. സോ ഓപ്ഷൻ 2 കംസ് as ദി ആൻസർ. മുന്നോട്ടേക്ക് പോകാം. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വാട്ട് ഈസ് ദിസ് ക്വസ്റ്റ്യൻ? നോക്കൂ, നമ്മുടെ NCERT-യിലുള്ള ഒരു സെൻറ്റൻസ് അതേപോലെ എടുത്തു വെച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൽ ഓപ്ഷൻസ് ഫില്ല് ചെയ്യുക എന്നുള്ള ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാവരും ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആൻസർ പെട്ടെന്ന് പറയുക. മാർക്ക് ദ അപ്രോപ്രിയേറ്റ് ചോയ്സ് ടു ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് ഇൻ ദ ഗിവൻ പാരഗ്രാഫ്. ഓക്കെ, സോ ലിസൺ അല്ലേ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം കംപ്ലീറ്റ്ലി ഇത് നമ്മൾ എന്ത് ചെയ്യുക, NCERT എടുത്ത് ഫിറ്റ് ചെയ്ത് അതിൽ കുറച്ച് ആൾക്കാരെ മാറ്റി ഒരു ഓപ്ഷൻ ഉണ്ടാക്കി വെച്ചതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വായിക്കും, എ സൊല്യൂഷൻ വിച്ച് മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് pH. അപ്പോഴേ ബൾബ് കത്തി. കോൺസ്റ്റന്റ് pH മീൻസ് ബഫർ സൊല്യൂഷൻ. കോൺസ്റ്റന്റ് pH മീൻസ് ബഫർ സൊല്യൂഷൻ അല്ലേ. വെൻ എ സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ബേസ് ആർ ആഡഡ്, ദാറ്റ്സ് ഓക്കെ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും വായിക്കുകയാണ്, വീണ്ടും വായിക്കുന്നു. എ മിക്സ്ചർ ഓഫ് അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ്. മക്കളെ, അസറ്റിക് ആസിഡും സോഡിയം അസറ്റേറ്റും എന്ത് ബഫറാണ്? അസിഡിക് ബഫർ അല്ലേ. അപ്പോൾ അസിഡിക് ബഫർ അല്ലേ, അസിഡിക് ബഫർ. വീണ്ടും വായിക്കുന്നു അല്ലേ. പിന്നെ വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ മിക്സ്ചർ ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് അമോണിയം ഹൈഡ്രോക്സൈഡ്, അതായിരിക്കും ബേസിക് ബഫർ. അപ്പോൾ ബേസിക് ബഫർ ഇവിടെ ഉണ്ട്, താഴെയുണ്ട് അല്ലേ. അപ്പോൾ ബേസിക് ബഫറിൻ്റെ pH ഒരിക്കലും ഇത് വരില്ലല്ലോ. അപ്പം നമ്മൾ ആൻസർ ഇത് വരില്ല. ദിസ് കനോട്ട് ബി, ദിസ് കനോട്ട് ബി. ഓപ്ഷൻ ഇസ് 4. യെസ്, ശ്രീലക്ഷ്മി, നൗറിൻ, രവീന്ദ്ര, everyone has said. Abhi, everyone has said. Your answer is 4. അപ്പോൾ നമ്മൾ അടുത്ത കഥയിലേക്ക് പോവുകയാണ്. What is the next story? Yeah. In solid state, PCl5 exists ആരായിട്ട്? PCl4 പ്ലസും PCl6 മൈനസ്. PBr5 ആണെങ്കിൽ PBr എന്താണ്, BR പ്ലസും PBr4 മൈനസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ PCl5 മക്കളെ, PCl5 ഇവന്മാർ രണ്ടുപേരായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, PCl6 മൈനസിൻ്റെ കണ്ടുപിടിക്കാം. വാട്ട് അബൌട്ട് PCl6 മൈനസ്? മക്കളെ, ഫോസ്ഫറസ് 5 ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് പ്ലസ് 6 we get 12. 12 by 2 equals 6. 6 means sp3d2. അടുത്തത് PCl4 പ്ലസ് അല്ലേ. അപ്പോൾ 5 മൈനസ് 1 പ്ലസ് 4. സോ 4 പ്ലസ് 4 ഈക്വൽസ് 8 by 2 ഈക്വൽസ് 4. 4 means sp3. അപ്പോൾ നമ്മൾ ആൻസർ sp3യും. യാ, അപ്പോൾ സാബിത് ബാസിദ് വന്ന് ചോദിച്ചു, ഇതൊക്കെ JEE ക്വസ്റ്റ്യൻ ആണോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ JEE ഡിസ്കഷൻ നടത്തി, മാരത്തൺ നടത്തിയപ്പോൾ ഇതേപോലെ ചില ആൾക്കാർ JEE ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചു. പക്ഷേ അതേ JEE ക്വസ്റ്റ്യൻ്റെ ആൾക്കാർ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം. നോക്കൂ സാബിത്, ദിസ് ബേസ്ഡ് ഓൺ നമ്മുടെ ലാസ്റ്റ് ട്രെൻഡ് അനുസരിച്ചുള്ളതാണ്. ലാസ്റ്റ് ട്രെൻഡ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ മോനി ക്വസ്റ്റ്യൻ ചോദിക്കില്ല. മിസ്റ്റർ സാബിത്, താങ്ക് യു. ആൻഡ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. സോ വാട്ട് ഈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ക്ലാസിഫൈ ദ ഫോളോയിങ് ആസ് ആസിഡ് ഓർ ബേസ് അക്കോർഡിംഗ് ടു. നോക്കൂ, നമ്മുടെ ചോദ്യങ്ങൾക്ക് പ്രോപ്പറായി നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അത് വരുമോ ഇത് വരുമോ, ആരും മുൻകൂട്ടി നിങ്ങൾക്ക് ഒന്നും എഴുതി തന്നിട്ടില്ല. ഏത് വരുമെന്ന് എക്സാമിനറുടെ മൈൻഡിലുണ്ട്. ഓക്കെ, ട്രൈ ടു സോൾവ് ആസ് മെനി ആസ് പ്രോബ്ലംസ്. കം ടു ദാറ്റ്.
classify the following as acid or base according to Bronsted Lowry concept. നമ്മൾ എന്ത് ചെയ്യാൻ ഇതിൽ ആസിഡ് ഓർ ബേസ്. അപ്പോൾ ആദ്യത്തെ ആൾ CH3CO- അല്ലേ? എടാ ഇനി ഇയാൾക്ക് H+നെ വിട്ടുകൊടുക്കാനില്ല. H+നെ വിട്ടുകൊടുക്കാനില്ലാത്ത ആൾക്കാർ അവർ ബേസാണ്. അപ്പോൾ ഇയാൾ ബേസ്. SO4ഉം 2- ബേസും, കാരണം അയാൾക്കും H+നെ കൊടുക്കാനില്ല. ഇനി H+നെ കൊടുക്കാനുള്ള വ്യക്തികൾ, ഇയാൾ ആരാണ്? H+നെ കൊടുക്കാനുള്ള വ്യക്തി. ഇയാളും ആരാണ്? H+നെ കൊടുക്കാനുള്ള വ്യക്തി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആൾ ബേസ്. ഓക്കെ, ആദ്യത്തെ ആൾ ബേസ്, രണ്ടാമത്തെ ആൾ ആസിഡ്. സോ വാട്ട്സ് യുവർ ആൻസർ ദെയർ? യുവർ ആൻസർ ഈസ് ഡെഫിനറ്റ്ലി, നമുക്ക് ഏത് ഓപ്ഷൻ എടുക്കാം? ഓപ്ഷൻ 3 ക്യാൻ ബി ടേക്കൺ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഓപ്ഷൻ 3ലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഓപ്ഷൻ 3 തന്നെയാണോ നിങ്ങളുടെ ആൻസർ? നിങ്ങളും സജസ്റ്റ് ചെയ്യുക. ഷാംലി ടോൾഡ് ഓപ്ഷൻ 3, ശ്രീലക്ഷ്മി ഓൾസോ ടോൾഡ് ഓപ്ഷൻ 3, അജിത്ത് ഓൾസോ ടോൾഡ് ഓപ്ഷൻ 3. ഓക്കെ ബ്രദേഴ്സ്, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. സി വാട്ട് ഈസ് ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ? സ്റ്റഡി ദ ഫിഗർ. ഈ ഫിഗർ NCERTയിലെ ഫിഗറാണ്, നിങ്ങൾ നോക്കിയാൽ മതി അല്ലേ? സോ ഫിഗർ ഗിവൻ ബിലോ ആൻഡ് മാർക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് KC ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ എക്സ്റ്റെൻഡ് ഓഫ് റിയാക്ഷൻ അല്ലേ? ഇതിൽ മക്കളെല്ലാവരും നോക്കുക, ഇതിൽ ഓരോ വാല്യൂസും എക്സ്ട്രീംലി സ്മോൾ ആണ് കെയുടെ വാല്യൂ അല്ലേ? അതുപോലെ നടുക്ക് 10⁻³ അടുത്ത് എന്താണ് 10⁻3. നെക്സ്റ്റ് എന്താണ് എക്സ്ട്രീംലി ലാർജ്. എക്സ്ട്രീംലി ലാർജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിയാക്ഷൻ ഗോസ് ടു കംപ്ലീഷൻ എന്നാണ്. അപ്പോൾ എക്സ്ട്രീംലി ലാർജ് സെഡ് റിയാക്ഷൻ ഗോസ് ടു കംപ്ലീഷൻ, റിയാക്ഷൻ പ്രൊസീഡ് ടു കംപ്ലീഷൻ അല്ലേ? നോക്കേ, നെക്സ്റ്റ് അടുത്ത കഥയിലേക്ക് നമ്മൾ പോകുന്നു. 10⁻³ to 10⁻3 ഈ വാല്യൂയിലേക്ക്. അപ്പോൾ റിയാക്ഷൻ ഏകദേശം ഇക്വിലിബ്രിയമാണ്. യെസ്, റിയാക്ടൻ്റ് ആൻഡ് പ്രൊഡക്ട്സ് ആർ അറ്റ് ഇക്വിലിബ്രിയം. ആൻഡ് എക്സിൻ്റെ വാല്യൂ വളരെ കുറവാണ്. എക്സിൻ്റെ വാല്യൂ വളരെ കുറവാണെങ്കിൽ റിയാക്ഷൻ ഹാർഡ്ലി ഒക്കർ. സോ ഓപ്ഷൻ എന്താണ് കുട്ടികൾ നമ്മൾ പറയുക? 3 എന്നല്ലേ നമ്മൾ പറയുക. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നമ്മൾ ആൻസർ എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീഡ് ഇറ്റ്. നോക്കൂ, നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. NCERTയിലെ കുറേ സ്റ്റേറ്റ്മെൻ്റ് ആണ് അവർ തന്നിരിക്കുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? വായിച്ച് നോക്കൂ കുട്ടികളെ, വായിച്ചിട്ട് പറയാം ഇതിൽ ഏതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണമെന്ന്. കൺസിഡർ ദ ഫോളോയിങ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? ഓക്കെ, അപ്പോൾ ആദ്യത്തത്, ദ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ n is a positive integer with values. Absolutely correct. There is no doubt അല്ലേ? 1 വന്നാൽ K shell, 2 വന്നാൽ M shell. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മക്കളെ ശരിയാണ്. രണ്ടാമത്തെ നിങ്ങൾ നോക്കൂ, ദ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ L for a given n. എന്നിൻ്റെ വാല്യൂ, എടാ എല്ലിൻ്റെ വാല്യൂസ് എവിടം മുതൽ എവിടം വരെയാണ്? 0 മുതൽ n-1 വരെയാണ്. അപ്പോൾ ഇത് തെറ്റാണ്. എന്താണ് തെറ്റ്? n വരെ അല്ല, n-1 വരെയാണ്. നെക്സ്റ്റ്, അപ്പോൾ ബി തെറ്റാണ്. ബി ഉള്ളത് നമ്മൾ ആൻസർ ആകൂല. നെക്സ്റ്റ് അടുത്ത സി എന്തായാലും ശരിയാണ്. അപ്പോൾ സിയിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. ഡി വായിച്ച് നോക്കാം. ഡി എന്താ? ഡിയും അവിടെ രണ്ടിടത്തുണ്ട്. ഇയിലേക്ക് പോകാം. ഫോർ L = 5 there will be a total of 9 orbitals അല്ലേ? ടോട്ടൽ ഓഫ് 9 orbitals ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നോക്കട്ടെ, L 0 ആണെങ്കിൽ അത് S ആണ്, ഒറ്റ ഒരു ഓർബിറ്റൽ. L 1 ആണെങ്കിൽ അത് P ആണ്, 3 ഓർബിറ്റൽ. L 2 ആണെങ്കിൽ അത് D ആണ്, 5 ഓർബിറ്റൽ. L 3 ആണെങ്കിൽ നമുക്കറിയാം അത് F ആണ്, 7 ഓർബിറ്റൽ. L 4 ആണെങ്കിൽ അത് G ആണ്, അപ്പോൾ 9 ഓർബിറ്റൽ അല്ലേ? അപ്പോൾ ഇവിടെ അവർ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും 12+1 എന്ന വാല്യൂ ഉപയോഗിച്ച് നോക്കിയാൽ മതി. അപ്പോൾ തെറ്റാണ്. അപ്പോൾ നമ്മൾ ആൻസർ ഇതിൽ ഏതാണ്? ആദിത്യ കൃഷ്ണ പറഞ്ഞതുപോലെ, നിഹാൽ പറഞ്ഞതുപോലെ, ഡാർവിൻ പറഞ്ഞതുപോലെ നമ്മൾ ആൻസർ ഓപ്ഷൻ 3 ക്യാൻ ബി ടേക്കൺ. ഓക്കെ, സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദ ഡേ. യു ജസ്റ്റ് ടെൽ മീ വാട്ട് ഈസ് ദ ആൻസർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എല്ലാവരും പറയണം. ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് ആരെങ്കിലും ചെയ്തില്ലെങ്കിൽ അവരെനിക്ക് തീർച്ചയായിട്ടും ലൈക്ക് തരണം. ഓക്കെ, ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ഈസ് എന്താണ്?
3D5 for S1. ആദ്യത്തെ ശരിയാണ്. ഓക്കെ, അവർ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് എന്നാണ്. മക്കളെ എപ്പോഴും ഈ കറക്റ്റ്, ഇൻകറക്റ്റ്, നമ്പർ ഓഫ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്, നമ്പർ ഓഫ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യുക, വായിക്കുമ്പോൾ നമ്മൾ സ്ക്രീനിൽ വായിക്കുമ്പോൾ ഒന്ന് എന്ത് ചെയ്യുക, നമ്മുടെ റഫ് പേപ്പറിൽ അതൊന്ന് മെൻഷൻ ചെയ്ത് പോവുക. ഒരിക്കലും തെറ്റരുത്. ഓക്കെ, നിങ്ങൾക്ക് എത്ര സമയം ഒരു പ്രോബ്ലം ചെയ്യാൻ വേണം അത്രയും സമയം എടുത്ത് തന്നെ ചെയ്തു പോവുക, അല്ലാതെ ഒരിക്കലും ധൃതി പിടിച്ച് ചെയ്യരുത്. അപ്പോൾ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ മേ ഹാവ് എ നെഗറ്റീവ് വാല്യൂ. യെസ്, മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ മേ ഹാവ് -L to +L. അടുത്തത് ശരിയാണ്. അപ്പോൾ എയും ശരിയാകണം, ബിയും ശരിയാകണം, എയും ശരിയാകണം, ബിയും ശരിയാകണം അല്ലേ. നെക്സ്റ്റിലേക്ക് വരാം. In the ground state of an atom, the orbitals are filled in accordance of their increasing energies. Yes, absolutely correct. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളിനി വേറെ ഓപ്ഷൻ തിരക്കി പോകണ്ട. ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് ആർ ഗിവൻ ബൈ n-2 അല്ല n-1 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ്? n-2 അല്ല വരേണ്ടത്. എത്രയാണ് നമ്മൾ ആൻസർ? 4 ആണ്. ഓക്കെ ബ്രദേഴ്സ്, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇനി പറയാൻ. അടുത്ത സെഷനിലേക്ക് നമുക്ക് പോകാം. അടുത്ത സെഷൻ നമുക്ക് അഖിൽ സാർ മാത്സുമായി വരുന്നുണ്ട്. താങ്ക് യു ഫോർ ഓൾ ഓഫ് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് വൺസ് അഗൈൻ. Studio boy. Hi മക്കളെ. ഹായ് മക്കളെ. സോ എല്ലാവർക്കും വോയിസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓൾറെഡി ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ. അവിടെ എല്ലാവരും ഒന്ന് മെസ്സേജ് അയക്കുക. വോയിസ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? യെസ്. നമ്മളെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മളെ നാളത്തെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. സോ ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറ്റില്ല, എക്സാം ഹാളിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ ആക്ച്വലി നമ്മുടെ പെർമുട്ടേഷൻ എന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളെല്ലായ്പ്പോഴും കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. എന്ത് കാണാനുള്ള ക്വസ്റ്റ്യനാണ്? റാങ്ക് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം എല്ലാവരും. ഇഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് മാക്സ് ആർ പെർമ്യൂട്ടഡ് ആൻഡ് ഓൾ പോസിബിൾ വേർഡ്സ് സോ ഫോംഡ് ആർ അറേഞ്ച്ഡ് ആസ് ഇൻ എ ഡിക്ഷണറി വിത്ത് സീരിയൽ നമ്പേഴ്സ്, ദെൻ ദ സീരിയൽ നമ്പർ ഓഫ് ദ വേർഡ് താംസ്. ക്വസ്റ്റ്യൻ പറഞ്ഞു തരാം. എടാ, മാക്സ് എന്നൊരു വേർഡ് ഉണ്ട്. ഓക്കെ, മാക്സ് എന്ന വേർഡ് ഉണ്ട്. ആ മാക്സ് എന്ന വേർഡ് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് വേർഡ്സ് ഉണ്ടാക്കാമല്ലോ. നമുക്കറിയാം മാക്സ് ഉപയോഗിച്ച് എന്തൊക്കെ ഉണ്ടാക്കാം. ശ്രദ്ധിക്കലാരും ഇതാ മാക്സ്, ദിസ് വൺ മാക്സ് എന്ന വേർഡ് ഞാൻ എഴുതി അല്ലേ. ആ മാക്സ് എന്ന വേർഡ് ഉപയോഗിച്ച് എത്ര വേർഡ്സ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ മാക്സിന്റെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് എത്ര വേർഡ്സ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും? ഇവിടെ 5 ലെറ്റേഴ്സ് അല്ലേ ഉള്ളതാ. അപ്പം എന്താ 5 ഫാക്ടോറിയൽ അല്ലേ വരിക
അല്ലെ. സോ 5 ഫാക്ടോറിയൽ വിധത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് വേർഡ്സ് ഉണ്ടാക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ അതൊന്നുമല്ല. ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എന്താ, ആ 5 ഫാക്ടോറിയൽ വേർഡ്സ് ഞാൻ എന്ത് ചെയ്തു, അറേഞ്ച് ചെയ്തു. എങ്ങനെ, ഡിക്ഷണറിയിൽ അറേഞ്ച് ചെയ്തു. ഓക്കെ, അങ്ങനെ ഡിക്ഷണറിയിൽ അറേഞ്ച് ചെയ്യുമ്പം താംസ് എന്ന് പറയുന്ന ആളുടെ റാങ്ക് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്കറിയാം ഒരു ഈസി മെത്തേഡ് ഉണ്ട് അല്ലെ. എങ്ങനെ റാങ്ക്, അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിലെ റാങ്ക് കാണാൻ ചോദിച്ചാൽ ഒരു ഈസി മെത്തേഡ് ഉണ്ട്. നമ്മൾ എന്താ ചെയ്യുക, ആരുടെ റാങ്ക് ആണോ കണ്ടത് അയാൾ എഴുതി വെക്കുക. അപ്പൊ നമുക്ക് വേണ്ടത് അറിയാ, താംസ് എന്ന് പറഞ്ഞ ആളുടെ റാങ്ക് ആണ്. സോ ഞാൻ താംസ് എന്ന് എഴുതി അല്ലെ. ഇനി എന്താ ചെയ്യടാ, ആ താംസിലെ ഓരോ ലെറ്റേഴ്സിന്റെയും ഞാൻ എന്ത് ചെയ്യുക, റാങ്ക് ഞാൻ എഴുതാം. ഒന്നുമില്ലടാ, യെസ് ആൻസർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആ ഒരു മെത്തേഡ് പഠിക്കാം. ഓക്കെ, അപ്പം എന്താ ആദ്യം, എടാ ഇതിൽ ആരാണ് ഫസ്റ്റ് വരിക, എ അല്ലേ ഫസ്റ്റ് വരിക. ഫസ്റ്റ് ലെറ്റർ ആരാ, എ അല്ലേ. എ കഴിഞ്ഞാൽ ബി ഇല്ല, സി ഇല്ല, ഡി ഇ എഫ് ജി എച്ച് അല്ലെ. ദെൻ ഐ ജെ കെ എൽ എം, ദെൻ എൻ ഒ പി ക്യു ആർ എസ് ആർ എസ് ടി. ഓക്കെ, ഞാൻ ചെയ്ത കാര്യം എന്താ, നമ്മൾ റാങ്ക് കണ്ടുപിടിക്കാൻ പോവാണ്. ആ റാങ്ക് കണ്ടുപിടിക്കാൻ ആദ്യം താംസിന് എഴുതി അല്ലെ. ആ താംസിൽ ഓരോ ലെറ്റേഴ്സിന്റെയും ഞാൻ എന്ത് എഴുതി, റാങ്ക് എഴുതി. സോ ഫസ്റ്റ് വരെ ആരാ, എ, പിന്നെ ആരാ എച്ച് ആണ്, ദെൻ എം ആണ്, ദെൻ ആരാ എസ് ആണ്, ദെൻ ആരാ ടി ആണ്. അത് എഴുതി അല്ലെ. ഇനി എന്താ ചെയ്യാ, ഞാൻ ഇവിടെ താഴെ എന്ത് ചെയ്താ, 0 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ എന്ന് എഴുതാം അല്ലെ. എല്ലാത്തിനും ചെയ്യേണ്ട സ്റ്റെപ്പ് അതേപോലെ തന്നെയാണോ. എന്താ, ആദ്യം ഓരോന്നിന്റെ റാങ്ക് എഴുതുക, ദെൻ 0 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ എഴുതാം. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം ഇതാ, നമ്മള് ഈ ടീന്റെ ഇവിടെ നമ്മൾ ഇനി ആൾക്കാരെ ഫില്ല് ചെയ്യാൻ പോവാണ്. എങ്ങനെയാന്ന് വെച്ചാൽ ഇതാ, ആദ്യം എഴുതേണ്ടത് ഈ ടീന്റെ താഴെയാണ്. ആ ടീന്റെ താഴെ എങ്ങനെ വരിക, ആ ടീന്റെ റൈറ്റില്, ടീന്റെ മുകളിലാരാ 5 അല്ലേ, അതിന്റെ റൈറ്റിലേക്ക് നോക്കുക. 5നേക്കാൾ ചെറിയ എത്ര പേരുണ്ട് അവിടെ നോക്കുക. ഞാൻ ടീന്റെ താഴെ എഴുതാൻ പോവാണ്. ടീന്റെ മുകളിൽ 5 അല്ലേ, 5നേക്കാൾ ചെറിയ എത്ര പേരുണ്ട് അവിടെ, 4 പേരല്ലേ. അപ്പോൾ 4 എന്ന് എഴുതാം. ഓക്കെ, ദെൻ എച്ചിന്റെ താഴെ എഴുതാണ്. എച്ചിന്റെ മുകളിൽ 2 അല്ലേ, 2നേക്കാൾ ചെറിയ എത്ര പേരുണ്ട് റൈറ്റില്, ഒരാളല്ലേ ഉള്ളൂ. സോ 1. ദെൻ എന്റെ മുകളിൽ ആരാ, 1 അല്ലേ. എടാ 1നേക്കാൾ ചെറുത് ആരെങ്കിലും റൈറ്റ് സൈഡിൽ ഉണ്ടോ, ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്താ, 0 എന്ന് എഴുതാം. റിപ്പീറ്റേഷൻ ഉള്ള കൂടി ചെയ്യണമെന്നോ, യെസ് അത് ചെയ്യൂടാ അനന്തോ. ആ റിപ്പീറ്റേഷൻ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പീറ്റേഷനുള്ള ടൈപ്പാണ് കേട്ടോ. ദെൻ അടുത്താരാ, എമ്മിന്റെ മുകളിൽ ആരാ, 3 അല്ലേ. ആ 3നേക്കാൾ ചെറുത് ആരെങ്കിലും അവിടെ ഉണ്ടോ, ഇല്ല. 4 എന്ന് 3നേക്കാൾ വലുതല്ലേ, ചെറുത് ആരുമില്ല. അപ്പൊ എന്താണ്, 0 ആണ്. ദെൻ എസിന്റെ റൈറ്റിൽ ആരുമില്ല. നമ്മൾ ചെയ്ത കാര്യം എന്താ വെച്ചാൽ എന്താ, ടീന്റെ മുകളിൽ ആര് നോക്കുക, ടീന്റെ മുകളിൽ ആരാ, 5 ആണ്. 5നേക്കാൾ ചെറിയ എത്ര പേര് റൈറ്റിലുണ്ട്, ഇതെല്ലാം 5നേക്കാൾ ചെറിയ ആൾക്കാരല്ലേ. അപ്പൊ 4 പേരുണ്ട് അല്ലെ. ഇനി എച്ചിന്റെ മുകളിൽ ആരാ, 2 ആണ്. 2നേക്കാൾ ചെറിയ എത്ര പേര് റൈറ്റിലുണ്ട്, റൈറ്റിൽ ഒരാളല്ലേ ഉള്ളൂ. സോ 1 എഴുതി. ദെൻ എന്റെ മുകളിൽ 1 അല്ലേ, 1നേക്കാൾ ചെറിയ ആരെങ്കിലും ഉണ്ടോ റൈറ്റിൽ, ഇല്ല. 0. എമ്മിന്റെ മുകളിൽ 3 ആണ്, 3നേക്കാൾ ചെറുത് ആരുമില്ല, 0 ആണ്. ഇവിടെയും 0 ആണ്. അത് എഴുതി. ഇനി ജസ്റ്റ് സിമ്പിൾ ആടാ, ഇത് മൾട്ടിപ്ലൈ എങ്ങനെയാ, 4 into 4 ഫാക്ടോറിയൽ പ്ലസ് 1 into 3 ഫാക്ടോറിയൽ പ്ലസ് 0 into 2 ഫാക്ടോറിയൽ പ്ലസ് 0 into 1 ഫാക്ടോറിയൽ പ്ലസ് 0 into അന്ന് എഴുതേണ്ട ആവശ്യമില്ല, 0 ആണ് അല്ലേ. ഇത്ര എഴുതാം. എക്സ്ട്രാ അവസാനം എന്ത് ചെയ്താ, പ്ലസ് 1 എന്നും കൂടെ എഴുതാം. ഇങ്ങനെ ആയാലേ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, എന്ത് ചെയ്തു, ഇതാ 4 into 4 ഫാക്ടോറിയൽ, 1 into 3 ഫാക്ടോറിയൽ, 0 into 2 ഫാക്ടോറിയൽ, 0 into 1 ഫാക്ടോറിയൽ, 0 into 0 ഫാക്ടോറിയൽ, അവസാനം എന്താ, പ്ലസ് 1 ആണ് അല്ലെ. ഇത് കാൽക്കുലേറ്റ് ആൻസർ ആയില്ല. എന്താ വരിക, 4 into 4 ഫാക്ടോറിയൽ ആരാ, 4 into 3 into 2 into 1 അല്ലേ, അതാരാ 24. പ്ലസ് 1 into 3 ഫാക്ടോറിയൽ ആരാ 6. പ്ലസ് 0 into 2 ഫാക്ടോറിയൽ 0 ആണ്. 0 into 1 ഫാക്ടോറിയൽ 0 ആണ്. ഇത് 0 ആണ്. പ്ലസ് 1 അല്ലേ വരിക, അതെന്താ 96 പ്ലസ് 6 പ്ലസ് 1, ഇതെന്താ വരിക 103. എടാ അവസാനം ഒരു പ്ലസ് 1 ആഡ് ചെയ്യാൻ മറക്കരുതോ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം പ്ലസ് 1 ആഡ് ചെയ്തില്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. ഓക്കെ, സോ ഇതാണ് റാങ്ക് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. എടാ എല്ലാവർക്കും ക്ലിയർ ആണോ, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. എല്ലാവരും ക്ലിയർ ആണോ, ഇത് ഈ മെത്തേഡ് എല്ലാവരും ക്ലിയർ ആണോ, റാങ്ക് ആണോ മെത്തേഡ്. അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ഞാൻ താംസ് എന്ന വേർഡിന്റെ റാങ്ക് ആണ് കണ്ടത്. ഇവിടുത്തെ പ്രത്യേകത, ഈ താംസിൽ ഏതെങ്കിലും ലെറ്റർ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ, ഇല്ലല്ലോ അല്ലെ. എല്ലാവരും സെയിം ആ. താംസിൽ എല്ലാം ഡിഫറെന്റാ അല്ലെ. താംസിൽ ടിയും എച്ചും എയും എമ്മും എസും എന്താണ്, ഡിഫറെന്റാ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അടുത്തൊരു ക്വസ്റ്റ്യന് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനിയും ചോദിക്കാം. ഈ ക്യൂൻ എന്ന വേർഡ് മാറ്റി വേറെ എന്തെങ്കിലും ആക്കിയാൽ മതി, റാങ്ക് കാണാൻ ക്വസ്റ്റ്യൻ അല്ലെ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, if all the letters of the word with or without meaning are written using the letters of the word queen.
അല്ലെ? ആൻഡ് അറേഞ്ച്ഡ് ആസ് ഇംഗ്ലീഷ് ഡിക്ഷണറി. ദെൻ ദ പൊസിഷൻ ഓഫ് ദ വേർഡ് ക്യൂൻ. നമുക്ക് ആരുടെ പൊസിഷൻ വേണ്ടത്? ക്യൂവിന്റെ പൊസിഷൻ വേണ്ടത്. ക്യൂൻ. എടാ നേരത്തെ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? യെസ്, ഈ വർഷം ഉണ്ടായിരുന്നു നമുക്ക് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇനിയും ചോദിക്കൂടാ, ഇനിയും ചോദിക്കും കേട്ടോ. അപ്പൊ എന്താ ഈ ഒരു ക്വസ്റ്റ്യന്റെയും ഈ ക്വസ്റ്റ്യൻ നേരത്തെ ക്വസ്റ്റ്യൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? നേരത്തെ ക്വസ്റ്റ്യനിൽ റിപ്പീറ്റ് ചെയ്തില്ല, ഒരു ലെറ്റർ എന്ത് ചെയ്തില്ല, റിപ്പീറ്റ് ചെയ്തില്ല. എന്നാൽ ഇവിടെയോ ഈ എന്നത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു അല്ലെ? അപ്പൊ ഏകദേശം എല്ലാം സെയിം ആണ്, ഒരു സ്റ്റെപ്പ് മാത്രമേ ഡിഫറെന്റ് ഉള്ളൂ. ഞാൻ എന്തായാലും ചെയ്തുതരാം. ആദ്യം എന്താ ചെയ്യുക, ഇതിലെ എല്ലാ ലെറ്ററിനും റാങ്ക് കൊടുക്കല്ലേ. ഇവിടെ ആദ്യം ആരാ വരിക? ഇ അല്ലേ വരിക? ABCDE ഇ. പിന്നെ EFGHIJKLMN അല്ലെ? PQ RSTU എന്തായാലും ഇതാ വരാം അല്ലെ? അപ്പൊ ഇതല്ലടാ ഓരോ ലെറ്ററിന്റെ റാങ്ക് വരിക 1 1 2 3 4 അല്ലെ? ഇനി എന്താ ചെയ്യുക? ഇതാ നമ്മൾ ചെയ്ത പോലെ എന്ത് ചെയ്യുക? ആദ്യം 0 ഫാക്ടോറിയൽ എഴുതുക, ദെൻ 1 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ ആൻഡ് 4 ഫാക്ടോറിയൽ എഴുതുക അല്ലെ? അടുത്ത സ്റ്റെപ്പ് എന്താ? നമുക്കറിയാം എന്താ ക്യൂവിന്റെ മുകളിൽ 3 ആണ്. 3നേക്കാൾ എത്ര പേരാണ് റൈറ്റിൽ ചെറുത് നോക്കുക. 3നേക്കാൾ ചെറുത് ആർക്കുണ്ട്? 1ഉം 1ഉം 2ഉം 3നേക്കാൾ ചെറുതല്ലേ? 3 പേരല്ലേ? സോ 3 എഴുതി ഇവിടെ 3. ഇതൊക്കെ സെയിം തന്നെ അല്ലേ? ഇനി യുവിന്റെ മുകളിൽ ആരാ? 4 അല്ലേ? 4നേക്കാൾ ചെറിയ എത്ര പേരുണ്ട് റൈറ്റിൽ? 3 പേരല്ലേ? അദ്ദേഹം എഴുതി. ഓക്കെ, ദെൻ ഇന്റെ മുകളിൽ ആരാ? 1 അല്ലേ? 1നേക്കാൾ ചെറിയ ആരെങ്കിലും ഉണ്ടോ? ഈ 1 എന്ന് പറഞ്ഞാൽ 1നേക്കാൾ ചെറുതല്ലല്ലോ, ഈക്വൽ അല്ലേ? 1നേക്കാൾ ചെറിയ ആരെങ്കിലും റൈറ്റിലുണ്ടോ? റൈറ്റ് മാത്രം നോക്കിയാൽ മതി, ലെഫ്റ്റിൽ നോക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പൊ എന്താ? 0. എഗെയിൻ ഇന്റെ മുകളിൽ 1 ആണ്, 1നേക്കാൾ ചെറിയ ആരുമില്ല റൈറ്റിൽ. അപ്പൊ എന്താ? 0. എന്നിന്റെ റൈറ്റിൽ ആരുമില്ല, 0. ഇതുവരെ എല്ലാം സെയിം ആണ്, ഒരു മാറ്റമില്ല അറ്റ് പ്രസന്റ് വരെ അല്ലെ? അതായത് നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും സെയിം ആണ് ഇതുവരെ. ഇനി ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഇവിടെ 2 പേര് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എക്സ്ട്രാ ആളെ കൂടി നമ്മൾ ആഡ് ചെയ്യണം. അതാരെന്ന് വെച്ചാലേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാ, ക്യൂവിന്റെ മുകളിൽ 3 അല്ലേ? ആ 3 ഉൾപ്പെടെ റൈറ്റിൽ എത്ര പേര് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നോക്കുക. ആ 3 ഉൾപ്പെടെ റൈറ്റിൽ 1ഉം 1 2 പേരിൽ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ഉണ്ടായത് കൊണ്ട് തന്നെ ഇതാ ബൈ 2 ഫാക്ടോറിയൽ നമ്മൾ ചെയ്യണം. പറഞ്ഞാൽ മനസ്സിലാക്കുക. അതാ ക്യൂവിന്റെ മുകളിൽ 3 ആണ്. ആ 3 ഉൾപ്പെടെ റൈറ്റിൽ എത്ര പേര് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. എത്ര പേരുണ്ട്? 1ഉം 1ഉം അല്ലേ? 2 ആൾക്കാരല്ലേ? അപ്പൊ എന്താ? ബൈ 2 ഫാക്ടോറിയൽ ഞാൻ ചെയ്യണം അല്ലെ? ഇനി എന്താ? ഇതാ യുവിന്റെ മുകളിൽ 4 അല്ലേ? ആ 4 ഉൾപ്പെടെ റൈറ്റിൽ എത്ര പേര് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 2 പേരല്ലേ? അപ്പൊ എന്താ? ബൈ 2 ഫാക്ടോറിയൽ ഞാൻ ചെയ്യണം. ഇനി ശരിക്കും 0ന്റെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ ഞാൻ കൺസെപ്റ്റ് പറയാൻ വേണ്ടി മാത്രം ചെയ്യാം. കാരണം 0 ബൈ എന്തായാലും 0 തന്നെയാണ്. നോക്കാം എന്തായാലും. എടാ ഈ ഇന്റെ മുകളിൽ 1 അല്ലേ? ആ 1 ഉൾപ്പെടെ എത്ര റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 1 ഉൾപ്പെടെ 1 ആൻഡ് 1 2 പേരല്ലേ? എഗെയിൻ ബൈ 2 ഫാക്ടോറിയൽ. ദെൻ അടുത്ത് നോക്കുക. ഈ 0ന്റെ മുകളിൽ 1 അല്ലേ? ആ 1 ഉൾപ്പെടെ ആരെങ്കിലും റൈറ്റിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എഴുതേണ്ട ആവശ്യമില്ല, ഇനി എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ എക്സ്ട്രാ വന്ന സ്റ്റെപ്പ് എന്താ നോക്കുക. ക്യൂവിന്റെ മുകളിൽ 3 ആണ്. ആ 3 ഉൾപ്പെടെ എത്ര പേര് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 2 പേര് അല്ലെ? 1 1 2 പ്രാവശ്യം ബൈ 2 ഫാക്ടോറിയൽ. യുവിന്റെ മുകളിൽ 4 ആണ്. ആ 4 ഉൾപ്പെടെ എത്ര പേര് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 1 1 അഗെയിൻ ബൈ 2 ഫാക്ടോറിയൽ. അത് ചെയ്തു. അത് മാത്രമാണ് എക്സ്ട്രാ ഉള്ളത്, ബാക്കിയൊക്കെ സെയിം ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് വരിക? 3 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ പ്ലസ് 3 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ പ്ലസ് ഇത് 0 ആണ്, ഇത് 0 ആണ്, ഇത് 0 ആണ്. എക്സ്ട്രാ അവസാനം 1 ആഡ് ചെയ്യാൻ മറക്കരുത്. എല്ലാത്തിനും അവസാനം 1 ആഡ് ചെയ്തില്ല ആൻസർ തെറ്റിപ്പോവും. ഓക്കെ, ആൻസർ പറയുന്ന ആൾക്കാരുണ്ട്, കറക്റ്റ് ആണ്. അപ്പൊ എന്താ വരിക? 3 ബൈ 2 ഫാക്ടോറിയൽ 2 ആണ് അല്ലെ? 4 ഫാക്ടോറിയൽ ആരാ? 24 പ്ലസ് 3 ബൈ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ ആരാ? 6 ആണ് പ്ലസ് 1 അല്ലേ വരിക? അപ്പൊ എന്താ? ഇത് 36 വരും. ഇതാരാ? 9 വരും പ്ലസ് 1. ഇതെന്താ? 46th ടേം ആണ് ആൻസർ വരിക. ഡി ആണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ റാങ്കിൻ്റെ, ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്ന ടൈപ്പും റിപ്പീറ്റ് ചെയ്യാത്ത ടൈപ്പും നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? പഠിച്ചു പോകുക. അത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതാ അടുത്തത് സ്ട്രെയിറ്റ് ലൈനിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ഒരു ചാപ്റ്റർ വൈസ് അല്ല പോകുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പിക്ക് ചെയ്ത് പോവാണ്. ഓക്കെ, അതിൽ പെർമ്യൂട്ടേഷൻസ് ക്വസ്റ്റ്യൻസ് ഇനി വരുന്നുണ്ട്. ദെൻ സ്ട്രെയിറ്റ് ലൈൻസ് വരും, കോർഡിനേറ്റ് സെക്ഷൻ എല്ലാം വരും. ഓക്കെ, സോ വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് എല്ലാ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങളുടെ 2024 തന്നെ ഒന്നിലധികം ഷിഫ്റ്റിൽ ചോദിച്ച കൺസെപ്റ്റ് ആണ്. ഒന്ന് വായിച്ചു നോക്കുക. എന്താണ്? ഇത് ആക്ച്വലി സ്ട്രെയിറ്റ് ലൈൻസിൻ്റെയും വെക്ടറിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള എഫക്റ്റ് ആണ് ഈ ക്വസ്റ്റ്യനിൽ. നോക്കാം. Let O be the origin and the position vector of A and B be 2i plus 2j plus k, 2i plus 4j plus 4k respectively.
Okay, if the internal bisector of angle AOB meet the line AB at C, then the length of AOC is. പറഞ്ഞ കാര്യം എന്താ ഞാൻ ഒരു ട്രയാങ്കിൾ വരക്കാം. ആ ട്രയാങ്കിൾ വരച്ച് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അല്ലേ. അവിടെ ആരുണ്ട്? O ഉണ്ട്. O ആരാ? ഒറിജിനാണ്. പിന്നെ ആരുണ്ട്? A ഉണ്ട്. A ആരാ? എന്റെ പൊസിഷൻ വെക്ടർ ആരാടാ? 2i plus 2j plus k അല്ലേ. എടാ എന്റെ പൊസിഷൻ വെക്ടർ 2i plus 2j plus 2k ആണ്, സോറി k ആണെങ്കിൽ ആ പോയിന്റ് എന്താ വരിക? 2,2,1 അല്ലേ വരിക. കാരണം എന്താ? അത് 2i plus 2j plus k ആണ്. അപ്പം എന്താ വരിക? 2,2,1 ആണ് അല്ലേ. ഇനി അടുത്ത കേസ് എന്താ? ബിയുടെ പൊസിഷൻ വെക്ടർ ആരാ? 2i plus 4j plus 4k അല്ലേ. അപ്പം ആ പോയിന്റ് എന്താ വരിക? 2,4,4 അല്ലേ വരിക. അത് നമുക്ക് കിട്ടി അല്ലേ. പിന്നെ പറഞ്ഞ കാര്യം എന്താ? ഇത് ആംഗിൾ ബൈസെക്ടർ. ഈ ആംഗിൾ ബൈസെക്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓർമ്മ വരണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇനി നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ആംഗിൾ ബൈസെക്ടർ കണ്ടാൽ ഈ ഒരു കൺസെപ്റ്റിലേക്ക് നിങ്ങളിപ്പോൾ നോക്കാം. അത് പറ്റുമോ പറ്റില്ലേ നോക്കാം. ഓക്കെ, പറഞ്ഞ എന്താ? ഇത് ആംഗിൾ ബൈസെക്ടർ ഓഫ് ആംഗിൾ AOB. ഈ AOB എന്ന ഈ ആംഗിളിന്റെ ബൈസെക്ടർ ഞാൻ വരച്ചു. ബൈസെക്ടർ വരക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? ഈ ആംഗിളും സെയിം ആവണ്ടേ അല്ലെ. അങ്ങനെ ബൈസെക്ടർ വരച്ചാൽ എന്താ ചെയ്യും? അത് ABയെ C എന്ന ബി ആണ്, ABയെ C എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യും. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദിസ് OC. അതായത് ആ ആംഗിൾ ബൈസെക്ടറിന്റെ ലെങ്ത് കാണണം അല്ലേ. എടാ അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഒരു പോയിന്റ് ഒറിജിൻ ആണ്, ഈ പോയിന്റ് 221 ആണ്, ഈ പോയിന്റ് ആരാ? 244 ആണ്. ദെൻ ഈ ആംഗിളിന്റെ ഒരു ആംഗിൾ ബൈസെക്ടർ ഞാൻ വരച്ചാൽ ആ ആംഗിൾ ബൈസെക്ടറിന്റെ ലെങ്ത് കാണണം. ഒരുപാട് പ്രാവശ്യം നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ അല്ലാണത് അല്ലെ. ഇത് കാണാത്ത ക്വസ്റ്റ്യൻ ഒന്നല്ലല്ലോ, ഒരുപാട് പ്രാവശ്യം നമ്മൾ കണ്ട ക്വസ്റ്റ്യനാണ്. എന്താ ചെയ്യാം? എടാ ഓൾവേസ് OC ആണെങ്കിൽ O എന്ന പോയിന്റ് ഇത് 0,0,0 ആണ്. കാരണം Z ഉണ്ടല്ലോ അല്ലെ. എടാ OCയുടെ ലെങ്ത് കാണെങ്കിൽ ഓൾറെഡി അറിയാലോ. ഇനി ആരെ കിട്ടിയാൽ മതി? C കിട്ടിയാൽ പോരെ അല്ലെ. ആ C എങ്ങനെ കിട്ടുക? നമുക്കറിയാം. ഇത് ആംഗിൾ ബൈസെക്ടർ ആണെങ്കിൽ ഞാൻ പറയുന്ന തിയറി മനസ്സിലാക്കട്ടോ. ഇത് ആംഗിൾ ബൈസെക്ടർ ആണെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ഈ കാണുന്ന ലെങ്ത്തിന്റെയും ഈ കാണുന്ന ലെങ്ത്തിന്റെ റേഷ്യോ ആവില്ലേ. ഓക്കെ, എപ്പോഴാ? ഇത് ആംഗിൾ ബൈസെക്ടർ ആണെങ്കിൽ ഓക്കെ, ഇത് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ഈ ലെങ്ത്തിന്റെയും റേഷ്യോ ആയിരിക്കും. അപ്പൊ ഇതിന്റെ റേഷ്യോ എന്തായിരിക്കും? OA ഈസ് OB ആയിരിക്കും. എപ്പോൾ മാത്രം? ആംഗിൾ ബൈസെക്ടർ ആണെങ്കിൽ മാത്രം. അതിന്റെ റേഷ്യോ എന്താ? OA ഈസ് OB ആണ്. ഇനി അങ്ങനെയെങ്കിലേ ഈ OAയും OBയും കണ്ട പോരെ. എന്താ OA വരും അവിടെ? ലെങ്ത് ഓഫ് ദിസ് വൺ ഡിസ്റ്റൻസ് ഫോമിൽ അപ്ലൈ ചെയ്ത പോരെ. √(x2 - x1) ² പ്ലസ് y2 - y1 ² പ്ലസ് z2 - z1 ² അല്ലേ വരും. അപ്പം എന്താ ചെയ്യും? 2 - 0 ² 4. ദെൻ അഗെയിൻ 2 - 0 ² 4. അഗെയിൻ 1 - 0 ² 1 അല്ലേ. അപ്പം എന്താ? √4 + 4 + 1 എന്താ? √9 അല്ലേ. അതിന്റെ ആൻസർ എന്താ? 3 വരും അല്ലെ. അഗെയിൻ എടാ ഈ ഡിസ്റ്റൻസ് തരാ. അഗെയിൻ നമുക്ക് ഡിസ്റ്റൻസ് ഫോമിൽ അപ്ലൈ ചെയ്യാലോ. സോ √2² 4 പ്ലസ് 4 - 0 ² 16. 4 - 0 ² 16. അപ്പോൾ √36 അല്ലേ വരിക. വാട്ട് ഈസ് √36? 6 അല്ലേ അല്ലെ. അങ്ങനെയെങ്കിൽ ഈ റേഷ്യോ OA ഈസ് OB എന്ന് പറഞ്ഞാൽ എന്താ? 3:6 അല്ലടാ. എടാ 3:6 ചെറുതാക്കിയിട്ട് 1:2 എന്നാക്കാലോ അല്ലെ. ഞാനേ ഈ ലൈന് മാത്രം ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് വരക്കട്ടോ. ആ ലൈന് മാത്രമാണേ നോക്കുക. എന്താ ഇത്? A ആരാ? 2,2,1. ഇത് B ആരാ? 2,4,4 അല്ലെ. അതിന്റെ ഇടയ്ക്കുള്ള പോയിന്റ് ആണ് C. ആ C ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ കിട്ടി. റേഷ്യോ എന്താ? 1:2 ആണ്. അങ്ങനെയെങ്കിൽ ആ C എന്ന പോയിന്റ് കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ പറ. ആ C എന്ന പോയിന്റ് കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്ത് യൂസ് ചെയ്യാം? സെക്ഷൻ ഫോമുല യൂസ് ചെയ്ത പോലെ. എന്താ സെക്ഷൻ ഫോമുല? mx2 + nx1 / m + n. ദെൻ my2 + ny1 / m + n. ദെൻ mz2 + nz1 / m + n അല്ലേ. അത് യൂസ് ചെയ്യാം. അപ്പം എന്താ വരിക? 1 × 2 2 പ്ലസ് 2 × 2 4 / 1 + 2 എന്താണ്? 3. ഇതാണ് എക്സ് കോർഡിനേറ്റ് വരിക അല്ലെ. വൈയോ 1 × 4 4 പ്ലസ് 2 × 2 4 / 1 + 2 അഗെയിൻ 3. നമ്മുടെ സെക്ഷൻ ഫോമില. ദെൻ എന്താ? 1 × 4 4 പ്ലസ് 3 × 1 3 / 3 അല്ലേ വരിക. ഇതെന്താ വരിക? 6/3. അതാരാ? 2. 8/3. അത് 8/3 തന്നെയാണ്. അടുത്താരാ? 6 സോറി ഇത് 2 അല്ലേ 6/3 അഗൈൻ ആരാ? 2. ആ പോയിന്റ് എന്ത് വരിക? ഈ C എന്ന പോയിന്റ് എന്ത് കിട്ടി? 2, 8/3, 2 അല്ലേ.
എടാ ഇനി ഇതിൻ്റെ ഡിസ്റ്റൻസ് കാണാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഈ പോയിന്റ് അറിയാം, എന്ത് യൂസ് ചെയ്യാം? ഡിസ്റ്റൻസ് ഫോമിൽ യൂസ് ചെയ്ത പോരെ. അപ്പം എന്താ വരിക? റൂട്ട് ഓഫ് ഡിസ്റ്റൻസ് ഫോമിൽ യൂസ് ചെയ്യാം. അതാ 2 - 0 ഹോൾ സ്ക്വയർ, എന്താ 2 സ്ക്വയർ 4 അല്ലേ, പ്ലസ് അടുത്തെന്താ 8/3 - 0 ഹോൾ സ്ക്വയർ, 8/3 സ്ക്വയർ എന്താ 64/9 അല്ലേ വരിക, പ്ലസ് എന്താ വരിക 2 - 0 ഹോൾ സ്ക്വയർ, അത് 4 അല്ലേ വരിക, ഇതെന്താ വരിക റൂട്ട് ഓഫ് 8 + 64/9. സോ ക്രോസ് മൾട്ടിപ്ലൈ 9 × 8 72 ആണ്, 72 + 64/9 ഇതെന്താ വരിക റൂട്ട് ഓഫ് 136/9. റൂട്ട് ഓഫ് 136/9 എന്ന ഓപ്ഷൻ ഉണ്ടോ അവിടെ? ഇല്ല. അപ്പം അതിന് ചെറുതാക്കുക. അപ്പം എന്താ റൂട്ട് 9 ആരാ 3 അല്ലേ, സോ 1/3. റൂട്ട് 136 എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 4 × 34 അല്ലേ, എടാ റൂട്ട് 4 2 അല്ലേ, അത് പുറത്തേക്ക് എടുക്കുക. അപ്പം എന്താ 2/3 × റൂട്ട് 34 അല്ലേ വരിക. സോ ആൻസർ എന്താ 2/3 × റൂട്ട് 34 ആണ്. കിട്ടിയോ എല്ലാവർക്കും? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് വരിക. ഇവിടെ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ല പ്രധാനം. നമുക്ക് എന്താ പ്രധാനം? ഇവിടെ അറിയേണ്ട കൺസെപ്റ്റ് ആണ്. നമുക്ക് വേണ്ടത് ആംഗിൾ ബൈസെക്ടറിന്റെ ലെങ്താ. ആംഗിൾ ബൈസെക്ടറിന്റെ ലെങ്ത് വേണമെങ്കിൽ ഈ പോയിന്റ് ഓൾറെഡി അറിയാം. അപ്പോൾ ആര് വേണം? ഈ പോയിന്റ് കണ്ടുപിടിക്കണം. ആ പോയിന്റ് കണ്ടുപിടിക്കാൻ ഇത് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ കിട്ടിയാൽ മതി അല്ലേ. നമുക്കറിയാം ഇത് ആംഗിൾ ബൈസെക്ടർ ആണെങ്കിൽ ആ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്താ? അഡ്ജസൻറ്റ് സൈഡ്സിന്റെ അതേ റേഷ്യോയിലാണ്. അപ്പം എന്ത് ചെയ്തു? ഞാൻ ഈ അഡ്ജസൻറ്റ് സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിച്ചു. ഓക്കെ, ദെൻ അതിന്റെ റേഷ്യോ ഇവിടെ ഇട്ടു. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എടാ എല്ലാവരും ക്ലിയർ ആണ്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. അഡ്മിറ്റ് കാർഡ് സൈഡിലടാ, അഡ്മിറ്റ് കാർഡ് സൈഡിലുണ്ടാവുമെന്നാണ് എൻ്റെ വിചാരം. ഞാൻ വിചാരിക്കുന്നത് യെസ് NTA സൈഡിലുണ്ട്. ഓക്കെ, സോ സ്റ്റോറി ടെല്ലർ. അപ്പോൾ NTA സൈഡിൽ ജസ്റ്റ് കയറി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് വേണ്ട ഇൻഫർമേഷൻ കൊടുത്താൽ എന്ത് ചെയ്യാം? അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, സോ ഇത് അടുത്ത കൺസെപ്റ്റാണ്. നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? റാങ്ക് പറഞ്ഞു. പിന്നെ റിപ്പീറ്റിംഗ് ടൈപ്പ് വന്നുള്ള റാങ്ക്. ഇപ്പോൾ ഈ പറഞ്ഞു ആംഗിൾ ബൈസെക്ടറിന്റെ കൺസെപ്റ്റ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ബൈനോമിയൽ തിയറത്തിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ബൈനോമിയൽ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറഞ്ഞത് എന്താ? ഇഫ് എ ഡിനോട്ട് സം ഓഫ് ഓൾ കോഎഫിഷ്യൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എ ഡിനോട്ട് സം ഓഫ് ഓൾ കോഎഫിഷ്യൻസ് ഓഫ് ദി എക്സ്പാൻഷൻ 1 - 3x + 10x² ഓൾ റേസ് ടു n അല്ലേ. ഇതിൻ്റെ എല്ലാ സം ഓഫ് കോഎഫിഷ്യൻ്റ് ആണ് ആര്? എ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ സം ഓഫ് കോഎഫിഷ്യൻസ് കാണാനുള്ള എന്താ മെത്തേഡാ? സം ഓഫ് കോഎഫിഷ്യൻസ് കാണാൻ ഒന്നുമില്ല. ആരാണോ വേരിയബിൾ ആ വേരിയബിളിന് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, എന്താണ് സം ഓഫ് ഓൾ കോഎഫിഷ്യൻസ് കാണാം. ഈ ക്വസ്റ്റ്യൻ നോക്കുക. സം ഓഫ് ഓൾ കോഎഫിഷ്യൻസ് കാണാൻ എന്ത് ചെയ്യുക? പുട്ട് വേരിയബിളിന് 1, വേരിയബിൾ എന്ത് ചെയ്യുക? 1 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ വേരിയബിൾ 1 കൊടുത്താൽ എന്തായി മാറൂടാ? ഇത് 1 - 3 + 10 ആവൂലേ? നോക്കുക, 1 - 3 + 10 ഓൾ റേസ് ടു n ആവൂലേ അല്ലേ. ഇതെന്താ വരിക? 10 - 3 7 ആണ്, 7 + 1 8 ആണ്. സോ 8 റേസ് ടു n ആണ്. ആൻസർ പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി എന്താ? അത് കിട്ടി അല്ലേ. സോ എ കിട്ടി എന്താ? 8 റേസ് ടു n ആണ്. ബി എന്താന്ന് പറഞ്ഞത്? ബി ഡിനോ സം ഓഫ് ഓൾ കോഎഫിഷ്യൻസ് ഓഫ് 1 + x² ഓൾ റേസ് ടു n. 1 + x² ഓൾ റേസ് ടു n സം ഓഫ് കോഎഫിഷ്യൻസ് ആണ് ആര്? ബി. അവിടെയും എക്സിന് 1 കൊടുത്താൽ പോരെ. എക്സിന് 1 കൊടുത്താൽ എന്താ വരിക? 1 + 1 2 അല്ലേ. അപ്പം എന്താ 2 റേസ് ടു n വരും. എ 8 റേസ് ടു n. അവിടെ 8 റേസ് ടു n ഞാൻ 2³ റേസ് ടു n ഇത് കൂടെ അല്ലേ. 2³ റേസ് ടു n 8 റേസ് ടു n അല്ലേ. അതെന്നെ 2 റേസ് ടു n ഹോൾ ക്യൂബ് അല്ലേ. അപ്പം നോക്കുക, എ = 2 റേസ് ടു n ഹോൾ ക്യൂബ്. ആ 2 റേസ് ടു n ആരാടാ? ബി അല്ലേ. അപ്പോൾ എ = b³ എന്ന് എഴുതിയിട്ട് ആ ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ആക്കാമല്ലോ. JEE ക്വസ്റ്റ്യൻ ആണ്, 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ട കാര്യം എന്താ? സം ഓഫ് ഓൾ കോഎഫിഷ്യൻസ് ഓഫ് എ ബൈനോമിയൽ എക്സ്പാൻഷൻ ചോദിച്ചാൽ ചെയ്യേണ്ട കാര്യം എന്താ? എക്സിന് 1 കൊടുക്കുക. ആരാണോ വേരിയബിൾ അവിടെ 1 കൊടുക്കുക. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചു, find the sum of coefficients of 1 + x² y x² y 1/x² y all raised to 72 അല്ലെങ്കിൽ all raised to 2024 എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്താ വരിക? എക്സിനും വൈക്കും വേരിയബിൾസ് ആരാ? എക്സും വൈ അല്ലേ. അപ്പോൾ എക്സിനും വൈക്ക് 1 കൊടുക്കുക. അപ്പോൾ എക്സിനും വൈക്ക് 1 കൊടുക്കുന്നത് വരിക? 1 + 1 + 1 അല്ലേ. അപ്പോൾ എന്താ 3 raised to 2024 വരും. ഇതാണ് സം ഓഫ് കോഎഫിഷ്യൻസ് കാണാൻ ചോദിച്ചാൽ ചെയ്യേണ്ട കാര്യം. ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, സോ ഇതും റിപ്പീറ്റ് ചെയ്യുന്ന ടൈപ്പാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. Okay, then
അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കോണിംഗ് സെക്ഷനിൽ ക്വസ്റ്റ്യൻ ആണ്. കോണിംഗ് സെക്ഷനിൽ ഡയറക്റ്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ വരും. ഡയറക്റ്റ് ആയിട്ട് NCERT ലെവലിൽ ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്റർ ആണിത്. അല്ലാത്ത ക്വസ്റ്റ്യൻസും വരും, ആ ടൈപ്പും വരും. ഓക്കെ, സോ അത് ആ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറഞ്ഞു വരാൻ നോക്കാം. ഇവിടെ എന്താ ദ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ഓഫ് ആൻ എലിപ്സ്. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ഓഫ് ആൻ എലിപ്സ് എന്ന് പറഞ്ഞാൽ 2b അല്ലേ? അല്ലെ, ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആരാ 2a ആണ്, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ആരാ 2b ആണ്. ആ 2b എന്താ പറയുന്നത്? ഈക്വൽ ടു ഹാഫ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോസൈ. ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോസൈ എന്ന് പറഞ്ഞാൽ 2c അല്ലേ? നമുക്കറിയാം എന്താ ഇങ്ങനൊരു എലിപ്സ് വരച്ചാൽ അല്ലെ, ഇതാണ് അതിൻ്റെ മേജർ ആക്സിസ്, ഇതാണ് അതിൻ്റെ മൈനർ ആക്സിസ്. നമുക്കറിയാം സെൻറ്ററിൽ നിന്ന് ഇതിലേക്കുള്ള ദൂരം a ആണ്, ഇതിലേക്കുള്ള ദൂരം എന്താണ് a ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് നമുക്കറിയാം 2a ആണ് അല്ലേ. ദെൻ ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം b ആണ്, ഈ ഡിസ്റ്റൻസ് b അല്ലേ. അപ്പോൾ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് എന്താ 2b അല്ലേ? അത് നമുക്ക് അറിയുന്ന കാര്യമല്ലേ. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് എന്താ 2b ആണ്. ഇനി നമുക്കറിയടാ എന്താ ഫോക്കസിലേക്കുള്ള ദൂരം c അല്ലേ? ഇവിടുന്ന് ഫോക്കസിലേക്കുള്ള ദൂരം c അല്ലേ? അപ്പോൾ ഈ രണ്ട് ഫോക്കസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ 2c അല്ലേ? അല്ലേ, അത് നമുക്ക് അറിയുന്ന കാര്യമാണ്, ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അത് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം എന്താ? ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2b ഈക്വൽ ടു ഹാഫ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോസൈ. ഹാഫ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോസൈ ആരാ 2c അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഐഡിയ എന്താ? 2b ഈക്വൽ ടു c ആണെന്നല്ലേ. ഓക്കെ, നമുക്ക് കാണേണ്ട എന്താ? എക്സിൻഡിസിറ്റി കാണണം അല്ലേ? വി ഹാവ് ടു ഫൈൻഡ് ദ എക്സിൻഡിസിറ്റി. അടാ എക്സിൻഡിസിറ്റി കാണാനല്ലേ നമ്മുടെ ഹൈപ്പർബോള ആണെങ്കിലും എലിപ്സ് ആണെങ്കിലും ഒരേ ഒരു ഇക്വേഷനേ ഉള്ളൂ. ആ ഇക്വേഷൻ എന്താ? c/a അല്ലേ? അല്ലേ, അപ്പോൾ എക്സിൻഡിസിറ്റി ഈക്വൽ എന്താണ്? c/a ആണ്. ഓക്കെ, സോ നമുക്ക് ആകെ അറിയുന്ന ഒരു റിലേഷൻ 2b ഈക്വൽ ടു c എന്നാണ് അല്ലേ. യെസ്, ആൻസർ കറക്റ്റ് ആണ്, ഡാർവിൻ പറഞ്ഞ കറക്റ്റ് ആണ്. 2b ഈക്വൽ ടു c ആണ് നമുക്ക് ആകെ അറിയുന്ന ഒരു ഇക്വേഷൻ അല്ലേ. ഇനി എയും ബിയും സിയും തമ്മിലുള്ള റിലേഷൻ വേറൊന്നുണ്ടല്ലോ. എടാ എലിപ്സ് ആണെങ്കിൽ എയും ബിയും സിയും തമ്മിലുള്ള റിലേഷൻ എന്താ? a² ഈക്വൽ ടു b² പ്ലസ് c² അല്ലേ. അത് ഹൈപ്പർബോള ആണെങ്കിൽ എന്താണ്? a² പ്ലസ് b² ഈക്വൽ c² അല്ലേ. നമുക്ക് അറിയേണ്ട ഇക്വേഷൻ ആണ്, NCERT ഇക്വേഷൻ ആണ്. ഓക്കെ, സോ അത് കൊടുത്തു. അപ്പം എന്താടാ a² ഈക്വൽ ടു b² പ്ലസ് c² ആണ്. c ഈക്വൽ 2b അല്ലേ. അപ്പോൾ c² എന്ന് പറഞ്ഞാൽ 4b² ആവില്ലേ അല്ല. അപ്പോൾ a² എന്താ? c² എന്താ? 4b². അപ്പോൾ a² എന്ത് കിട്ടിയതാ? 5b² കിട്ടിയല്ലേ അല്ലേ. അപ്പോൾ a എന്താ? രണ്ട് ഭാഗത്ത് റൂട്ട് എടുത്താൽ a എന്താ? റൂട്ട് 5b അല്ലേ വരിക അല്ലേ. ഇനി ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. e ഈക്വൽ ടു c/a. c ആരാ? 2b അല്ലേ. 2b ബൈ a ആരാ? റൂട്ട് 5b അല്ലേ. ആ ബിയും പോയ എക്സിൻഡിസിറ്റി കിട്ടിയതാ എന്താണ്? 2/√5 ആണ്. സാർ ടാബിൽ ക്ലാസ് കട്ടായിരുന്നോ? എന്ത് പറ്റിയടാ? ടാബിൽ കട്ടായെന്ന് പറഞ്ഞാൽ ആരുടെ ടാബിലാണ്? നമ്മുടെ ആപ്പിൻ്റെ ടാബിലാണ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ടാബിലാണോ ഉദ്ദേശിച്ച്? ഓക്കെ, നമ്മൾ നോക്കാട്ടോ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത ടാബിലാണ്, അതായത് ഹോസ്റ്റലേഴ്സ് യൂസ് ചെയ്യുന്ന ടാബിലാണോ ഉദ്ദേശിച്ചത്? നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യനിൽ ചെയ്യുന്ന കാര്യം. ക്ലിയർ ആണ് എല്ലാവർക്കും? അവിടെ ഈ മെത്തേഡും ക്ലിയർ അല്ലേ? ജസ്റ്റ് ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. ആ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഞാൻ അവിടെ ചെയ്തുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇത് കോംപ്ലക്സ് നമ്പർ എന്ന ക്വസ്റ്റ്യനിൽ എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്ന ടൈപ്പാണ്. എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്ന ടൈപ്പാണ്. വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക. പറഞ്ഞു എന്താ? ലെറ്റ് z be a complex number such that modulus of z minus 2i divided by z plus i equal to 2 ആണ്. Then the z lies on the circle of radius 2 and center. അല്ലേ, ഇവിടെ ജസ്റ്റ് ഒരു ഇക്വേഷൻ ഉണ്ട്. ഹോസ്റ്റലേഴ്സിന് കട്ടായി എന്നാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാം. കട്ടായോ? എല്ലാവർക്കും കട്ടായോ? ജസ്റ്റ് ഒന്ന് ഹോസ്റ്റലേഴ്സ് ആരെങ്കിലും ഒന്ന് റീപ്ലൈ തരണേ. ഹോസ്റ്റലേഴ്സ് എന്ത് കട്ടായോ ആണോ? ഞാൻ ഒന്ന് ജസ്റ്റ് ഇൻഫോം ചെയ്യാം കേട്ടോ. ഒരു മിനിറ്റ്. അവിടെ അതിപ്പോൾ റെഡിയാക്കാന്ന് പറയുന്നുണ്ടോ? അതിപ്പോൾ റെഡിയാക്കാന്ന് പറയുന്നുണ്ട്. ദേവേ അതിപ്പോൾ റെഡിയാക്കാന്ന് പറയുന്നുണ്ട്. പക്ഷേ ശരിയാക്കും. ഓക്കെ, അപ്പം പറഞ്ഞാൽ എന്താ? ഈ ഒറ്റ ഇൻഫോർമേഷൻ ആണ് ക്വസ്റ്റ്യൻ എന്നത്. മോഡുലസ് ഓഫ് z minus 2i divided by z plus i equal to 2 എന്ന ഒരു ഇൻഫോർമേഷൻ ഉണ്ട് അല്ലേ. ആ ഒറ്റ ഇൻഫോർമേഷൻ ഉപയോഗിച്ച് എന്ത് പറയണം? ഇങ്ങനെയുള്ള ഈ z എന്ന് പറഞ്ഞാൽ ലൈസ് ഓൺ ദ സർക്കിൾ റേഡിയസ് 2 ആണ്. അതിന് എന്ത് കാണണം? സെന്റർ കാണണം.
എടാ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം പുട്ട് z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. എല്ലായ്പ്പോഴും ചെയ്യുക പുട്ട് z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായി മാറും? മോഡുലസ് ഓഫ്. എടാ ഈ ഒരു മെത്തേഡിൽ വന്നാൽ എപ്പോഴും ചെയ്യേണ്ട കാര്യം കേട്ടോ, വേറെ ഒന്നും ചിന്തിക്കേണ്ട. z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുക്കുക. ഓക്കെ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അജയ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ റെഡി ആക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം എന്താ സെഡിന് പകരം എക്സ് പ്ലസ് ഐ കൊടുക്കുക. എന്തായി? എക്സ് പ്ലസ് ഐ വൈ മൈനസ് 2i ഡിവൈഡ് ബൈ അഗെയിൻ z എക്സ് പ്ലസ് ഐ വൈ അല്ലേ. അപ്പം എന്തായി? എക്സ് പ്ലസ് ഐ വൈ പ്ലസ് ഐ ഈക്വൽ ടു 2 എന്നായില്ലേ. ഓക്കെ, അപ്പോൾ റെഡി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നോക്കുക ഇനി എന്ത് ചെയ്യേണ്ടത്? എടാ ഇവിടെ ഐ കോമൺ ആക്കി എടുക്കാമല്ലോ. ഐ കോമൺ ആക്കി എടുത്താൽ എന്താ വരിക? മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ മൈനസ് 2 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് ഇവിടെയും ഐ കോമൺ ആക്കി എടുക്കാമല്ലോ. അപ്പം എന്ത് വരും? ഐ ഇൻറ്റു വൈ പ്ലസ് 1 ഈക്വൽ ടു 2 അല്ലേ. അല്ലേ, ഇനി ചെയ്യേണ്ട കാര്യം എടാ നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. മോഡുലസ് ഓഫ് z1 ബൈ z2 എന്താ? മോഡുലസ് ഓഫ് z1 ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് z2 അല്ലേ. അല്ലേ എടാ ആപ്പിൽ ക്ലിയർ ആയോ? അപ്പോൾ എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് റീപ്ലൈ തരണേ. ആപ്പിൽ ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ റെഡിയാക്കി എന്നാണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇപ്പം ഇവിടെ നമുക്ക് അറിയേണ്ട കാര്യം മോഡുലസ് ഓഫ് z1 ബൈ z2 എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് z1 ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് z2 അല്ലേ. അത് ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യുക, ഇവിടെ യൂസ് ചെയ്യുക. അപ്പം എന്താ വരിക? മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ മൈനസ് 2 ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ പ്ലസ് 1 ഈക്വൽ ടു 2 എന്നായില്ലേ. അല്ലേ, ഇനി പറ ഇതിൻ്റെ മോഡുലസ് എന്താ? അല്ല മോഡുലസ് ഓഫ് എ പ്ലസ് ഐ ബി എന്താ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ആള് എക്സ് പ്ലസ് ഐ വൈ മൈനസ് 2ൻ്റെ മോഡുലസ് എന്താ വരിക? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2ൻ്റെ സ്ക്വയർ അല്ലേ വരിക. ഡിവൈഡ് ബൈ എടാ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ പ്ലസ് 1ൻ്റെ മോഡുലസോ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നല്ല വരിക. ദാറ്റ് എന്താണ്? 2 ആണ് അല്ലേ. ഇനി എന്ത് ചെയ്യുക? രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യുക. എന്താ സ്ക്വയർ ചെയ്യുന്നത്? ഈ റൂട്ടിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്ത് ചെയ്തു? രണ്ട് ഭാഗത്തും ഞാൻ സ്ക്വയർ ചെയ്തു. സോ എന്തായി പറയും? സോറി ഒരു മിനിറ്റ്. യെസ്, അപ്പം എന്താടാ ഈ പറഞ്ഞ ആളുടെ സ്ക്വയർ എന്താ? ആ റൂട്ട് പോകൂലേ. അപ്പം എന്തായി മാറി? എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഈ കാണുന്ന ആളുടെ സ്ക്വയർ എന്താ? അപ്പോൾ റൂട്ട് പോകില്ല. എന്താ വരിക? എക്സ് സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇല്ലടാ, കമൻറ്റ് ബോക്സ് കാണാൻ പറ്റുന്നില്ല നവനീതേ. ആപ്പിലെ കമൻറ്റ് ബോക്സ് ഇവിടെ കാണുന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ യൂട്യൂബിലെ കമൻറ്റ് ബോക്സ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ റെഡി ആയോ നവനീതേ? ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? അതായത് ആപ്പിൽ ഇപ്പോൾ റെഡിയാണോ? ഓക്കെ ആണോ? ഞാൻ ഓൾറെഡി അത് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ആപ്പിലല്ല, ഇപ്പം നമുക്ക് യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അജയ് പറയുന്നുണ്ടല്ലോ, അജയ് ആപ്പിലും അതുപോലെ യൂട്യൂബിലും കാണുന്നുണ്ട്. അപ്പോൾ അജയനോട് ചോദിച്ചത്, അജയ് എന്താ ഈ ഓക്കെ ആണോ? ഇപ്പോൾ ഇത് ആപ്പിലും യൂട്യൂബിലും റെഡി ആണോ? ഞാൻ ഫാസ്റ്റായിട്ട് പോകും, നമുക്ക് തീരെ സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യണേ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം. ഓക്കെ, അപ്പോൾ എന്താടാ ആ റൂട്ട് കളയാൻ വേണ്ടി ഞാൻ സ്ക്വയർ ചെയ്തു. അപ്പോൾ 2 സ്ക്വയർ എന്തായി? 4 ആയി. ഓക്കെ, ഇനി നോക്കുക, ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്പിൾ എന്തായി മാറി? എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ 4 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 1 ഹോൾ സ്ക്വയർ അല്ലേ വരിക. ഓക്കെ, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് അവിടെ വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ അതാ വൈ സ്ക്വയർ പ്ലസ് 4 മൈനസ് 4y അല്ലേ വരിക. 4 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്താ? വൈ സ്ക്വയർ പ്ലസ് 2y പ്ലസ് 1 അല്ലേ വരിക. എഗെയിൻ നോക്കുക, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y പ്ലസ് 4 ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് സ്ക്വയർ 4x സ്ക്വയർ 4 ഇൻറ്റു വൈ സ്ക്വയർ 4y സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു വൈ 8y പ്ലസ് 4 ഇൻറ്റു 1 എന്താ? 4 അല്ലേ. ആപ്പ് മാറി യൂട്യൂബിലാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ആപ്പിൽ ഒന്ന് കയറി നോക്കുക എല്ലാവരും. ജസ്റ്റ് ഒന്ന് ആപ്പ് ഉള്ളവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് അതൊന്ന് ഇൻഫോം ചെയ്യണേ. ഇപ്പോൾ ആപ്പ് മാത്രം യൂസ് ചെയ്യുന്നവർക്ക് ഒരിക്കലും യൂട്യൂബിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഹോസ്റ്റലേഴ്സിന് ഒരിക്കലും എന്താ പറ്റില്ല, യൂട്യൂബ് നോക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അവർ യൂട്യൂബിലായിരിക്കും, സോറി ആപ്പിലായിരിക്കും കമൻറ്റ് ചെയ്യുക. ഞാൻ ആപ്പ് അറ്റ് പ്രസൻറ്റ് ഇവിടെ കാണുന്നില്ല, ആപ്പിൻ്റെ കമൻറ്റ്സ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കണേ. ജസ്റ്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ഓക്കെ,
അപ്പോൾ ഞാൻ ഈ എക്സ് സ്ക്വയർ ഇങ്ങോട്ടുണ്ട്. അപ്പോൾ എന്തായി 4x² മൈനസ് എക്സ് സ്ക്വയർ ആരാ 3x². 4y² ഉണ്ട്. y² ഇങ്ങോട്ട് എന്തായി 4y² മൈനസ് y² ആരാ 3y². ഓക്കെ, ദെൻ 8y ഈ -4y ഇങ്ങോട്ട് പോയാൽ +4y അല്ലേ, അപ്പോൾ എന്തായി 12y. ഓക്കെ, ആപ്പിൾ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ 4ഉം 4ഉം പോയില്ലേ, അപ്പോൾ ദാറ്റ് ഈക്വൽസ് 0. ഇനി മൊത്തം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്തായി മാറി, എല്ലാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x² + y² + 4y = 0 എന്നായില്ലേ. ഇതാണ് നമ്മുടെ Z. എന്താണ് x² + y² = 4y. എടാ ഇതൊരു എന്തിൻ്റെ ഇക്വേഷനാ, സർക്കിളിൻ്റെ ഇക്വേഷൻ അല്ലേ. ആ സർക്കിളിൻ്റെ എന്ത് കാണാൻ പറഞ്ഞ് സെൻറ്റർ കാണാനല്ലേ. ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ കിട്ടിയാൽ എന്താ സെൻറ്റർ, -g, -f അല്ലേ. നമ്മൾ കോണിക് സെക്ഷനിൽ പഠിച്ച ആരാണ്. അങ്ങനെ ഇവിടെ G ആരാ, G എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കൂടെയുള്ള ആളുടെ പകുതി അല്ലേ. ഇവിടെ എക്സ് ഉണ്ടോ, ഇല്ല, അപ്പം G ആരാ 0. എഫ് എന്താ, വൈൻ്റെ കൂടെയുള്ള ആളുടെ പകുതി അല്ലേ. വൈൻ്റെ കൂടെ ഇവിടെ ആരാ 4, അതിൻ്റെ പകുതി ആരാ 2. അങ്ങനെ ആയ സെൻറ്റർ വരിക -g -0 0 -f -2. സെൻറ്റർ ആരാ 0, -2 ആണ് അതിൻ്റെ സെൻറ്റർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഇവിടെ ചെയ്ത കാര്യം എന്താ, ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് എല്ലാ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താ, ഇതേപോലെ ഒരു ഇക്വേഷൻ ഉണ്ടാവും അല്ലേ. വി ഹാവ് ടു ഫൈൻഡ് ആ ഒരു പെർട്ടിക്കുലർ കർവ് കണ്ടുവരും അല്ലേ. അത് ചിലപ്പോൾ ഇപ്പോഴും അത് സർക്കിൾ ആവാൻ നിർബന്ധമല്ല. ചിലപ്പോൾ പരാബോള ആവാം, ഹൈപ്പർബോള ആവാം, ഇലിപ്സും ആവാം. എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, സെഡിന് എന്ത് ചെയ്യുക, x + iy എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമുക്ക് യൂസ് ചെയ്യേണ്ട ഐഡിയ എന്താ, മോഡുലസ് ഓഫ് z1/z2 എന്താ, മോഡുലസ് ഓഫ് z1 / മോഡുലസ് ഓഫ് z2 ആണ്. അത് മാത്രം യൂസ് ചെയ്യുക. അതാണ് ഇവിടെ ചെയ്യേണ്ട കാര്യം. ക്ലിയർ അല്ലേ മക്കളെ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ, ക്ലിയർ അല്ലേ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇത് സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട് ഇവിടെ അല്ലേ. അത് പഠിച്ചാൽ ഡയറക്റ്റായിട്ട് ആ ഇക്വേഷൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നിർബന്ധമായിട്ടും പഠിക്കാം. ഇവിടെ എന്താ, ദ ഇമേജ് ഓഫ് ദ പോയിന്റ് 3,5 ഇൻ ദ ലൈൻ x - y + 1 = 0 ലൈസോൺ എന്ന് പറഞ്ഞത്. അതായത് ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ 3,5, അതിൻ്റെ ഇമേജ് ഉണ്ടാവും വിത്ത് റെസ്പെക്ട് ടു ഏത് ലൈനാ, x - y + 1 = 0 അല്ലേ. ആ ഇമേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ ഓപ്പോസിറ്റുള്ള ആളുള്ള ഇമേജ്, ആ ഇമേജ് എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ഇമേജ് ഏത് ഓപ്ഷനിലാണ് അല്ലെങ്കിൽ ഏത് കർവിലാണ് ലൈ ചെയ്യുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഇമേജ് ഏത് കർവിലാണ് ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യം ആരെ കാണടാ, ഈ ആൽഫ ബീറ്റനെ കാണണ്ടേ. ആ ആൽഫ ബീറ്റ ഇതിൽ ഏത് ഇക്വേഷനാണ് സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കി വരെ, അതല്ലേ നമ്മൾ ആൻസർ ചെയ്ത. ആൽഫ ബീറ്റ കാണും. അപ്പോൾ ആരെ കാണും, അവിടെ റിഫ്ലക്ഷൻ കാണും. എങ്ങനെയാണ് റിഫ്ലക്ഷൻ കാണാം, ആ റിഫ്ലക്ഷൻ കാണാൻ ഡയറക്റ്റായിട്ട് ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. റിഫ്ലക്ഷൻ കാണാനും ഫൂട്ട് കാണാനും ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. അറിയില്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കാം, ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ശ്രദ്ധിച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു പോകണം, നിർബന്ധമായിട്ട് പഠിച്ചു പോകണം. ഞാൻ ആദ്യം ഫൂട്ട് കാണാനുള്ള മെത്തേഡ് പറഞ്ഞുതരാം. എന്താ, ഈ ലൈനിൻ്റെ ഇക്വേഷനെ ax + by + c = 0 എന്ന് വിചാരിക്കുക. എന്താ, ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ, ഏതെങ്കിലും x1 y1. ആ x1 y1 നമുക്കറിയാം, ഇതിലേക്ക് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വെച്ചാൽ ആ പെർപെൻഡിക്കുലർ ലൈനിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണല്ലോ നമ്മുടെ ഫൂട്ട്. അത് കാണണം. ഓക്കെ, അപ്പോൾ അത് h, k ആണ്. ആ h, k കാണണം. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ഈ h-ഉം x1 ആദ്യം സബ്ട്രാക്ട് ചെയ്യുക. എന്താണ്, h - x1 ഡിവൈഡ് ബൈ ഈ എക്സിൻ്റെ കൂടെ ആരാണോ അയാളെ ഇവിടെ കൊടുക്കുക a. ദെൻ കെയും y1 സബ്ട്രാക്ട് ചെയ്യുക, k - y1 ഡിവൈഡ് ബൈ വൈൻ്റെ കൂടെ ആരാ b, അത് കൊടുക്കുക. ഇനി ഫൂട്ടാണ് കാണണമെങ്കിൽ മൈനസ് ഓഫ്, ഉത്തരം പറയുന്ന ആൾക്കാർ ഇപ്പം തന്നെ ഉണ്ട്, വെരി ഗുഡ്. അതന്നെയാണ് നമുക്ക് വേണ്ടത്. ആ സ്പീഡിൽ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി എന്താ ഫൂട്ടർ മൈനസ് ഓഫ്. ചെയ്യേണ്ട കാര്യം, ഈ പോയിന്റ് ഈ ലൈനിലെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഈ പോയിന്റ് ഈ ലൈനിലെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം എന്താ പറയും, ax + by എന്താവും, ax1 + by1 + c ഡിവൈഡ് ബൈ a² + b². ഇവിടെ ആക്ച്വലി x1 y1 a b എല്ലാവരെയും നമുക്കറിയാം. ആകെ അറിയാത്ത ആര് മാത്രമേ ഉള്ളൂ, ഈ h-ഉം k-യും മാത്രമേ ഉള്ളൂ. കണ്ടുപിടിക്കാം. ആ h-ഉം k എന്താണ്, ഫൂട്ടാണ്. ഓക്കെ, ഇനി റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഇമേജ് ആണ് കണ്ടെന്ന് വിചാരിക്കുക. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നേരെ ഓപ്പോസിറ്റുള്ള ഇവിടുത്തെ പോയിന്റാണ്. അങ്ങനെയെങ്കിൽ ഒരു മാറ്റമല്ല, ഈ ഇക്വേഷൻ അതേപോലെ എഴുതാം. h - x1/a = k - y1/b ഇതും അതേപോലെ എഴുതാം. എന്താണ്, മൈനസ് ഓഫ് ax1 + by1 + c ഡിവൈഡ് ബൈ a² + b². ഇത്രയും അതേപോലെ എഴുതാം. പക്ഷേ റിഫ്ലക്ഷൻ ആണെങ്കിൽ എക്സ്ട്രാ ഒരു 2 ഉണ്ടാവും, അത് മാർക്ക് ചെയ്ത്.
ഓക്കെ, അതായത് ഫൂട്ടാണെങ്കിൽ ആരുണ്ടാവില്ല, ഈ 2 ഉണ്ടാവില്ല, വെറും മൈനസ് മാത്രമേ ഉണ്ടാവുള്ളൂ. റിഫ്ലക്ഷൻ ആണെങ്കിൽ എക്സ്ട്രാ അവിടെ ആരുണ്ടാവും, ഒരു 2 ഉണ്ടാവും. അത് മാത്രമാണ് അവിടെയുള്ള ഡിഫറൻസ്. ഓക്കെ, സോ അത് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യുമ്പോൾ ആ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ എന്താ വരിക, ഇതാ അതെന്ത് ചെയ്യുക, ഇത് രണ്ടും കുറക്കുക, ആൽഫയും 3യും സബ്ട്രാക്ട് ചെയ്യുക. അപ്പം എന്തായി മാറി, ആൽഫ -3 ഡിവൈഡ് ബൈ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആരാ, 1 ഈക്വൽ ടു അടുത്ത ആരാ, ബീറ്റ -5 ഡിവൈഡ് ബൈ വൈൻ്റെ കോയിഫിഷ്യൻ്റ് ആരാ, -1 ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യുക, റിഫ്ലക്ഷൻ ആയതുകൊണ്ട് ആദ്യം -2 ഇടുക. പിന്നെയോ ദാ ഈ പോയിന്റ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാ ഈ പോയിന്റ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം എന്താ വരും, എക്സ് -5 3 -5 +1 ഡിവൈഡ് ബൈ a² + b². എ ആരാണ്, 1 അല്ലേ, ബി ആരാ, 1 അല്ലേ, 1² + 1² 2 അല്ലേ. അപ്പം എന്താ വരിക, ആൽഫ -3 ബീറ്റ -5 ഡിവൈഡ് ബൈ -1 എന്താ, 5 - ബീറ്റ. ഈ 2ഉം 2ഉം പോയില്ലേ, ബാക്കി 3 - 5 -2 ആണ്, -2 + 1 -1 ആണ്, -1 × 1 എന്താ, -1 എന്താ, 1 അല്ലേ. അപ്പം എന്ത് കിട്ടുക, ഇത് അത് ഇക്വേറ്റ് ചെയ്യുക, ആൽഫ -3 = 1 അല്ലേ, അപ്പോൾ ആൽഫ ആരാ, 4 ആണ്. ദെൻ 5 - ബീറ്റ = 1 അല്ലേ, ആ ബീറ്റ ആരാ, 4 ആണ്. അപ്പോൾ പോയിന്റ് എന്താ, ആൽഫ, ബീറ്റ എന്താ, 4, 4 ആണ്. ഇതാണ് റിഫ്ലക്ഷൻ. സോ റിഫ്ലക്ഷൻ കാണുന്ന മെത്തേഡ് എന്താണ്, നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, സോ റിഫ്ലക്ഷൻ കിട്ടി. ഇനി എന്താ ക്വസ്റ്റ്യൻ, ഈ റിഫ്ലക്ഷൻ ഏത് കർവിലാണെന്നല്ലേ, അതാ കർവിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ ഏതാണോ സാറ്റിസ്ഫൈ ചെയ്യുക അതല്ല ആൻസർ വരിക. ഫസ്റ്റ് ഇക്വേഷൻ കൊടുക്കുക, എന്താ വരിക, 4 - 4 x 4 അല്ലേ, എക്സും 4 വൈയും 4 അല്ലേ. അപ്പോൾ 4 - 4 0 അല്ലേ, ഇത് 4 + 2 6 അല്ലേ, 6² 36 ആണ്, 36 അല്ലേ, 16 ആണോ, അല്ല, അപ്പോൾ ഇത് തെറ്റാണ്. ഇവിടെ കൊടുത്താലോ 4 - 2 2² 4 ആണ്, 4 - 2 2² 4 ആണ്, 4 + 4 8 ആണ്, 12 അല്ല, അപ്പോൾ തെറ്റാണ്. ഇതിൽ കൊടുത്താലോ 4 - 4 0 ആണ്, 4 - 4 0 ആണ്, അപ്പോൾ എന്താ 0 = 8 ആണോ, അല്ല, അതും തെറ്റാണ്. ഇവിടെ കൊടുത്താലോ അപ്പോൾ ആൻസർ ഡി ആയിരിക്കും. കൊടുത്താൽ തരാ 4 - 2 2² 4 ആണ്, +4 - 4 0 ആണ്, അത് = 4 അല്ലേ, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം എന്ത് ചെയ്യുക, ദാ ഈ കാണുന്ന ആൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ ഡി ആണ്. സോ നമ്മുടെ ആൻസർ എന്താ, ഓപ്ഷൻ ഡി ആണ്. ഇതും ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അത് ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ഡയറക്റ്റായിട്ട് ഈ ചാപ്റ്റർ നിന്നാവണം നിർബന്ധമല്ല കേട്ടോ, സ്ട്രെയിലിൽ നിന്ന് മാത്രമാവില്ല, ഇതും കോണിക് സെഷൻ മിക്സ് ചെയ്ത ക്വസ്റ്റ്യൻസും നോർമലി ചോദിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലോ. ഹായ് സൽമാൻ, നീ ഇപ്പോഴാണ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എഗെയിൻ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇനി പറയേണ്ട ആവശ്യമൊന്നുമില്ല, എപ്പോഴും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതിലൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറഞ്ഞ കാര്യം. നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് 21 ഐഡന്റിക്കൽ ആപ്പിൾസ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് 3 ചിൽഡ്രൻ അല്ലേ. 3 ചിൽഡ്രൻ ഉണ്ട്, ആ 3 ചിൽഡ്രൻ ഞാൻ ABC എന്ന പേരിട്ടു. ആ ABCക്ക് എന്ത് ചെയ്യണം, 21 ആപ്പിൾസ് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ. പക്ഷെ അവിടെ വെറുതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യല്ല ചെയ്യുന്നത് അല്ലേ, പകരം കണ്ടീഷൻ എന്താ, ഈച്ച് ചൈൽഡ് ഗെറ്റ് അറ്റ്ലീസ്റ്റ് 2 ആപ്പിൾ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല എന്ന് വിചാരിക്കുക. ഈ സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ ആൻസർ എന്താ, ആ സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ ആൻസർ എന്താ, 3 കുട്ടികളുണ്ട് അല്ലേ, ആ 3 കുട്ടികൾക്കും കൂടി എത്ര ആപ്പിൾ ഉണ്ട്, 21 ആപ്പിൾ ഉണ്ടെന്നല്ലേ. അപ്പോൾ A + B + C 21 ആവണ്ടേ അല്ലേ. 3 കുട്ടികൾക്കും കൂടി 21 ആപ്പിളാണ്. അപ്പോൾ A + B + C എന്താണ്, അതായത് എക്ക് കൊടുക്കുന്ന ആപ്പിൾ പ്ലസ് ബിക്ക് കൊടുക്കുന്ന ആപ്പിൾ പ്ലസ് സിക്ക് കൊടുക്കുന്ന ആപ്പിൾ എല്ലാം കൂട്ടിയാൽ 21 കിട്ടണ്ടേ അല്ലേ. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ ഈ അറ്റ്ലീസ്റ്റ് 2 ആപ്പിൾ ഇല്ലെങ്കിൽ ഒരു കുട്ടിക്ക് മേ ബി 0 കിട്ടാം, 1 കിട്ടാം, 2 കിട്ടാം, എന്തും കിട്ടാലോ. അങ്ങനെ അതിൻ്റെ പോസിബിലിറ്റി എന്താ നമുക്കറിയാം. അതിൻ്റെ ഇക്വേഷൻ എന്താ, ആ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ടാക്കുക, n + r - 1 CR - 1 n + r - 1 CR - 1. ഇതെപ്പോഴാണ് യൂസ് ചെയ്യുക, ഒരു കുട്ടിക്ക് 0 എന്ന പോസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം അല്ലേ. അതായത് കുട്ടിക്ക് 0 കിട്ടാം എന്നുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ആൻസർ എന്താ, n + r - 1 CR - 1 അല്ലേ. ഇവിടെ n എന്താ 21 അല്ലേ, n ഇയാൾ 21. r എന്താ നമ്പർ ഓഫ് ടേംസ് അല്ലേ, എത്ര കുട്ടികളുണ്ട്, 3 അല്ലേ. അപ്പം എന്താ 21 + 3 - 1 C 3 - 1 ആയിരുന്നു ആൻസർ. എപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഇല്ലെങ്കിൽ, ഓക്കെ പറയാൻ മനസ്സിലാക്കുക, ഈ അറ്റ്ലീസ്റ്റ് 2 ആപ്പിൾ എന്ന കണ്ടീഷൻ ഇല്ലെങ്കിൽ ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, എന്നാൽ ഇവിടെ നമുക്ക് അങ്ങനെയല്ല. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ എന്താ, അറ്റ്ലീസ്റ്റ് 2 ആപ്പിൾ എല്ലാവർക്കും കിട്ടണം അല്ലേ. അവിടെ എല്ലാവർക്കും 2 ആപ്പിൾ കിട്ടണമെങ്കിൽ 2 ആപ്പിളെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുക, എല്ലാവർക്കും ആദ്യം 2 ആപ്പിൾ കൊടുക്കുക. ഇനി പ്രശ്നമല്ലല്ലോ അല്ലേ. ഇപ്പം എന്തായി, എല്ലാവർക്കും 2 ആപ്പിൾ കിട്ടിയില്ലേ, ഇനി ആ ഒരു കണ്ടീഷൻ ഇനി പ്രശ്നമല്ലല്ലോടാ. അറ്റ്ലീസ്റ്റ് 2 ആപ്പിൾ, കാരണം എന്താ, എല്ലാവർക്കും 2 ആപ്പിൾ കിട്ടി. ബാക്കി എത്ര ആപ്പിൾ ഉണ്ട്, ഇപ്പോൾ ടോട്ടൽ 6 ആപ്പിൾ കഴിഞ്ഞില്ലേ, ബാക്കി എത്ര ആപ്പിൾ ഉണ്ട്, 21 6 പോയാൽ ബാക്കി 16 ആപ്പിൾ ഉണ്ടാവുള്ളൂ. ഈ 16 ആപ്പിൾ ഇനി എക്കും ബിക്കും സിക്കും വീതിച്ച് കൊടുത്താൽ പോരെ അല്ലേ. പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് എക്കും ബിക്കും സിക്കും കൂടി ആകെ എത്ര ആപ്പിൾ ഉണ്ടായിരുന്നു, 21 ആപ്പിൾ ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ്
എക്കും ബിക്കും സിക്കും കൂടി 2 ആപ്പിളെങ്കിലും ഒരാൾക്ക് കിട്ടണം. അപ്പം എന്ത് ചെയ്തു, ഞാൻ എല്ലാവർക്കും 2 ആപ്പിൾ അത് വീതിച്ച് കൊടുത്തു. അപ്പോൾ 6 ആപ്പിൾ കഴിഞ്ഞു അല്ലേ. ഇനി ബാക്കി എത്ര ആപ്പിൾ ഉണ്ട്? 6 ആപ്പിൾ കഴിഞ്ഞു. ബാക്കി എന്താ? 15 ആപ്പിൾ ഉണ്ട് അല്ലേ? 15 അല്ലേ? ബാക്കി 15 ആപ്പിൾ ഉണ്ട് അല്ലേ? 15 + 6 അല്ലേ 21 അല്ലേ? 15 ആപ്പിൾ ഉണ്ട്. ഈ 15 ആപ്പിളിനെ വേണ്ട ഇനി നമുക്ക് എന്ത് ചെയ്യാൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി എന്താ വരിക? n+r - 1 cr - 1. n എന്താ? ഇതാണ് n എന്താ? 15. r എന്താ? നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസാ അല്ലെങ്കിൽ നമ്പർ ഓഫ് ചൈൽഡ് എത്ര ഉണ്ട്? 3 പേരല്ലേ? -1 c 3 - 1 എന്ത് വരും? 18 - 1 17 c 2 വരും. 70 × 16 / 1 × 2 വരും. ഇതെല്ലാം ആൻസർ എന്താ? 136 ആണ്. ആൻസർ പറയുന്നവരുണ്ട്, കറക്റ്റ് ആണ്. 136 ആണ് കറക്റ്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതും എല്ലായ്പ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഈ ആളിങ്ങനെ മാറി മാറി വരാം അല്ലേ? ഈ ആൾ മാറി മാറി വന്നാലും നമ്മൾ ആൻസർ മാറൂല. ഇനി ഇങ്ങനെയാണെങ്കിലോ ക്വസ്റ്റ്യന് a + b + c 18 ആണ്. എക്ക് അറ്റ്ലീസ്റ്റ് 2 ബോൾസ് കിട്ടണം. ഓക്കെ, സോ എക്ക് അറ്റ്ലീസ്റ്റ്, അതായത് ഒരു 18 ആപ്പിൾ ഉണ്ട്. ആ 18 ആപ്പിൾ ഞാൻ 3 പേർക്ക് വീതിക്കാം. എക്ക് അറ്റ്ലീസ്റ്റ് 1 ആപ്പിൾ കിട്ടണം, ബിക്ക് അറ്റ്ലീസ്റ്റ് 2 ആപ്പിൾ കിട്ടണം, സിക്ക് അറ്റ്ലീസ്റ്റ് 3 ആപ്പിൾ കിട്ടണം. എന്താ ചെയ്യുക? ഇയാൾക്ക് 1 കൊടുക്കുക, ഇയാൾക്ക് 2 കൊടുക്കുക, ഇയാൾക്ക് 3 കൊടുക്കുക. ബാക്കി നോക്കിയാൽ പോരെ? ബാക്കി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ? അതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്. പറഞ്ഞ എല്ലാവർക്കും ക്ലിയർ ആയോ? പറഞ്ഞ മെത്തേഡ് ക്ലിയർ ആയോ? ഇതെന്തായാലും പഠിച്ചിട്ട് വേണേൽ പോകാൻ, എന്തായാലും പഠിച്ചു പോകണം. ഇക്വേഷൻ എന്താ? n+r - 1 cr - 1 ആണ്. ഓക്കെ, അത് അവിടെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്പർ ഓഫ് ഇന്റഗ്രൽ ടേംസ് കാണുന്ന ക്വസ്റ്റ്യൻ അല്ലെ. ബൈനോമിയൽ തിയറത്തിലെ നമ്പർ ഓഫ് ഇന്റഗ്രൽ ടേംസ് കാണുന്ന ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ എന്താ? we have to find the number of integral terms of the expansion 7^1/2 plus 11^1/6 8^4. ഈ പറഞ്ഞ ആളുടെ നമ്പർ ഓഫ് ഇന്റഗ്രൽ ടേംസ് കാണണം. എന്താണ് ഇന്റഗ്രൽ ടേംസ് എന്ന് പറഞ്ഞാൽ? ഇൻഡിജേഴ്സ് അല്ലേ? ഇന്റഗ്രൽ ടേംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിജേഴ്സ് ആണ്. അപ്പോൾ √3 √5 √8 ഒന്നും വരരുത്, അതാണ് അതിൻ്റെ അർത്ഥം. ഇൻഡിജേഴ്സ് മാത്രമേ വരാൻ പറ്റുള്ളൂ. അങ്ങനെ എത്ര ഇൻഡിജർ ടേം ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ചെയ്യേണ്ട കാര്യം ജനറൽ ടേം എഴുതാം. എന്താണ് ഒരു ബൈനോമിയൽ തിയറത്തിൽ ബൈനോമിയൽ എന്താ എക്സ്പാൻഷൻ്റെ ജനറൽ ടേം എന്ന് പറഞ്ഞാൽ TR + 1 = ആരാ? NCR A⁻n - r B⁻r അല്ലേ? അത് ഞാൻ ഇവിടെ എഴുതാന്ന് വിചാരിക്കും. TR + 1 = NCR. n ആരെവിടെ? 824 അല്ലേ? അപ്പോൾ 824 CR. ആർ അറിയില്ല. A⁻n - r A ഫസ്റ്റ് ടേം അല്ലേ? ഫസ്റ്റ് ആരാ? 7^1/2 അല്ലേ? 7^1/2 n - r n 824 ആണ് -r ഇൻറ്റു B⁻r B രണ്ടാമത്തെ ടേം അല്ലേ? 11^1/6 r അല്ലേ? ഇപ്പം എന്താടാ? 824 CR ഇൻറ്റു 7 ഇത് 1/2 ഇൻറ്റു 824 - r അല്ലേ? അപ്പോൾ 824 - r/2 അല്ലേ വരിക? ഇൻറ്റു 11^1/r ഇൻറ്റു r എന്താ? r/6 അല്ലേ? നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? യെസ്, ഉത്തരം പറയുന്ന ആൾക്കാരുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ചോദിച്ചത് എന്താ? നമ്പർ ഓഫ് ഇൻഡിജർ ടേംസ് ആണ്, നമ്പർ ഓഫ് ഇന്റഗ്രൽ ടേംസ് ആണ്. എടാ, ഈ പറഞ്ഞ ടേം എപ്പോഴാ ഇൻഡിജർ ആവുക? ഇൻഡിജർ ആവണമെങ്കിലേ ഈ പവർ ഇൻഡിജർ ആവണ്ടേ അല്ലേ? ഒന്ന് ആലോചിക്ക്. 7^1/2 വന്നാൽ അത് എപ്പോഴെങ്കിലും ഇൻഡിജർ ആവോ? 7^1/2 √7 അല്ലേ? അല്ലെങ്കിൽ 7^1/3 എപ്പോഴെങ്കിലും ഇൻഡിജർ ആവോ? ആവില്ലല്ലോ. ഇൻഡിജർ ആവണമെങ്കിൽ ഈ പവറുകൾ ഇൻഡിജർ ആവണ്ടേ? അപ്പോൾ ആരൊക്കെ ഇൻഡിജർ ആവും? ഈ പവർ ഇൻഡിജർ ആവും. ഇനി എൻ്റെ ചോദ്യം, r/6 എപ്പോഴാണ് ഇൻഡിജർ ആവുക? r/6 ഇൻഡിജർ ആവണമെങ്കിലേ 6 × 6 ആവണ്ടേ? × 6 ആയാൽ മാത്രമല്ലേ 6ഉം 6ഉം കട്ട് ചെയ്ത് പോകുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എന്താ? ഇൻഡിജർ ആവാനുള്ള കണ്ടീഷൻ എന്താ? r ഒരു × 6 ആവണം അല്ലേ? × 6 ആയാൽ മാത്രമല്ല മക്കളെ ആ 6ഉം ഈ 6ഉം കട്ട് ചെയ്ത് പോകുള്ളൂ. ഇനി ഇത് ഇൻഡിജർ ആവാനുള്ള കണ്ടീഷൻ എന്താ? അതിന് 2 കട്ട് ചെയ്ത് പോകണ്ടേ അല്ല? ഈ 2 കട്ട് ചെയ്ത് പോകണ്ടേ? ആ 2 കട്ട് ചെയ്ത് പോകണമെങ്കിൽ 6 × 2 ആവണ്ടേ? അപ്പോൾ ഇവിടുന്ന് കണ്ടീഷൻ എന്താ? 6 × 2 ആണ്. അപ്പം എന്താ? 6 ഒന്നെങ്കിൽ × 2 ആവാം, അല്ലെങ്കിലോ 6 അല്ലെങ്കിൽ × 6 ആവാം. × 2 ആവാം അല്ലെങ്കിൽ × 6 ആവാം. രണ്ടും ആവണമെന്നല്ലേ? × 2 ആവണം, × 6 ആവണം. അപ്പോൾ ഇതിൻ്റെ കമ്പൈൻഡ് എഫക്റ്റ് എന്താ? × 6 ആയ പോലെ. ആ × 6 ആയ ഓൾറെഡി എന്താ? × 2 ആയില്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താ? × 6 ആയ മതി. 6 എന്താവണം? ഒരു ×
6 ആണ്. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായി. 6 മൾട്ടിപ്പിൾ ഓഫ് 6 ആയി മതി. അപ്പോൾ ചോദ്യം ഇതാണ്, എത്ര വരെ പോവാം 6? മാക്സിമം 824 വരെ പോകാൻ പറ്റുള്ളൂ. 6ന് കിട്ടാവുന്ന മാക്സിമം വാല്യൂ ഈ n അല്ലേ, 824 അല്ലേ. അപ്പോൾ 824ൻ്റെ താഴെയുള്ള മൾട്ടിപ്പിൾ ഓഫ് 6 എത്ര ഉണ്ട് നോക്കിയാൽ പോരെ അല്ലേ. അപ്പോൾ ആരൊക്കെ വരടാ? മൾട്ടിപ്പിൾ ഓഫ് 6 എന്ന് പറഞ്ഞാൽ ആദ്യം 0 എഴുതണ്ടോ, ആ 0 എഴുതാൻ വിട്ടു പോരുത്. 0 ഒരു ഓപ്ഷനാണ്, അത് തെറ്റിപ്പോയാൽ നമ്മൾ 130 നമ്മൾ ആൻസറിൽ 1 കുറഞ്ഞു പോകും. അപ്പോൾ 0 ഉണ്ട്, പിന്നെ ആരാ? 6 ഉണ്ട്, 12 ഉണ്ട്, 18 ഉണ്ട്, എക്സെട്ര 824 വരെ പോകും അല്ലേ. എത്ര മൾട്ടിപ്പിൾ ഓഫ് 6 ഉണ്ട്? അത് ജസ്റ്റ് 824ൻ്റെ താഴെ എത്ര മൾട്ടിപ്പിൾ ഓഫ് 6 എന്ന് കാണേ, 824/6 ചെയ്താൽ പോരെ അല്ലേ. 824/6 എന്ന് കിട്ടും 1, then 1 പോയാൽ 22, then 137 വരും, 137 പോയിന്റ് സംതിങ് അല്ലേ. അപ്പം എന്താ 137 6കളാണ് എന്ത് ചെയ്യുക ഇവിടെ ഉള്ളത്. ഇത് 137 ഉണ്ട്, മൾട്ടിപ്പിൾ ഓഫ് 6 ഉണ്ട് 824നെ താഴെ, പ്ലസ് 0 ഇടാൻ മറക്കരുത്. അപ്പം ആൻസർ എന്താ 137 + 1, അതെന്താ 138 ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇനിയും ചോദിക്കാൻ നമ്പർ ഓഫ് ഇൻ്റഗ്രൽ ടേംസ് എന്ത് ചെയ്തു? ആദ്യം ജനറൽ ടേം എഴുതി അല്ലേ. ഇനി അത് ഈ ജനറൽ ടേം ഇൻഡിജർ ആവണമെങ്കിൽ പവർ ഇൻഡിജർ ആവണം. പവർ ഇൻഡിജർ ആണെങ്കിൽ r/6 ഇൻഡിജർ ആവണം. r/6 ഇൻഡിജർ ആണെങ്കിൽ r മൾട്ടിപ്പിൾ 2 ആണ്, സോ മൾട്ടിപ്പിൾ 6 ആണ്. ദെൻ ഇയാൾ ഇൻഡിജർ ആവണം. അയാൾ ഇൻഡിജർ ആവണമെങ്കിൽ മോൾ കാണുന്ന മൾട്ടിപ്പിൾ 2 ആണ്. മൾട്ടിപ്പിൾ 2ൻ്റെയും മൾട്ടിപ്പിൾ 6ന് കമ്പൈൻഡ് ഇഫക്റ്റ് എന്താ? മൾട്ടിപ്പിൾ 6 ആയ പോരെ. മൾട്ടിപ്പിൾ 6 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ 2 ഓൾറെഡി ആവൂലേ. ഇനി എന്ത് ചെയ്യുക? എന്താ ഈ 824 താഴെ എത്ര മൾട്ടിപ്പിൾ 6 ഉണ്ടെന്ന് നോക്കുക. അത് 826/6 ചെയ്താൽ മതി. എക്സ്ട്രാ ആഡ് കൊടുക്കണം, 0 കൊടുക്കണം. 0 ഒരാളാണ്. അപ്പം എന്താ ആൻസർ? 138 ആണ് ആ ക്വസ്റ്റ്യൻ ആൻസർ. ക്ലിയർ അല്ലേ മക്കളെ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷൻ ഒന്ന് ആക്റ്റീവ് ആക്കടാ. ക്ലിയർ അല്ല എല്ലാവർക്കും? ഓക്കെ, എല്ലാവരും ഇത് ചെയ്ത് നോക്കണ്ടെന്ന് വിചാരിക്കും. ജസ്റ്റ് സിനിമ കാണുന്ന പോലെ കണ്ടുപോകരുത്, എന്തായാലും നിർബന്ധമായിട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് കമൻറ്റ് സെക്ഷൻ ഒന്ന് ആക്റ്റീവ് ആക്കുക. ക്ലിയർ അല്ല എല്ലാവർക്കും? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഇമ്പോർട്ടൻ്റ് നമുക്ക് പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അടുത്തതും നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഇതൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും അല്ലേ. ഒരുപാട് പ്രാവശ്യം കണ്ടല്ലോ. റിമൈൻഡർ ആണ് ക്വസ്റ്റിന്. 0 ആഡ് ചെയ്യാൻ മറന്നുപോയാൽ തെറ്റിപ്പോവും. ഓക്കെ, അത് തെറ്റിപ്പോട്ടാ. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ടേംസ് പ്രൈം നമ്പർ ആവണ്ട. ഏത് ടേംസാടാ? ഏത് ടേംസാണ് പ്രൈം നമ്പർ ആവേണ്ടത്? ഓക്കെ, റിമൈൻഡർ വെൻ 64/32/32 ഈസ് ഡിവൈഡഡ് ബൈ 9. അതായത് ഇവിടെ പറഞ്ഞു എന്താ, ഇതിന് ഞാൻ ഏറ്റവും ഈസി മെത്തേഡ് പറയാട്ടോ. ഇത് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒറ്റയടിക്ക് ഞാൻ ആൻസർ പറഞ്ഞുതരാം. ഒറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് നോക്കി ആൻസർ പറയാൻ പറ്റും അല്ലേ. ഇവിടെ എന്താ 64/32/32 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മക്കൾ അതിന് ആൻസർ പറഞ്ഞ എല്ലാവരും പെട്ടെന്ന്. ഞാനത് കാണുമ്പോൾ ആൻസർ 1 തന്നെയാണ്. എന്താ ചെയ്യുക? ഏറ്റവും ഈസി. നിങ്ങൾ ബൈനോമിയൽ തിയറത്തിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. എ ആൻഡ് ബി, എയും ബിയും ഇതാണ് ഉദ്ദേശിച്ചത്. യെസ്, അതങ്ങനെ വരുള്ളൂടാ. അത് ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ വരുള്ളൂ. അത് വെറുതെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നല്ല. ക്വസ്റ്റ്യനിൽ അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന മാത്രമേ വരുള്ളൂ കേട്ടോ. സോ അത് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇവിടെ എന്താ ഇത് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാ. എന്ത് ചെയ്താൽ മതിടാ? എന്താ 64/9 ചെയ്യാം. വാട്ട് ഈസ് 64/9? 64/9ൻ്റെ റിമൈൻഡർ എന്താ? നമുക്കറിയാം 64/9 റിമൈൻഡർ 1 അല്ലേ. അടാ അങ്ങനെ ഇയാൾ ഡിവൈഡ് ചെയ്യുമ്പം 1 -1 കിട്ടിയാൽ നമ്മുടെ ആൻസറായി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് 1 കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് എന്ത് ചെയ്താൽ ഈ റിമൈൻഡർ എന്താ? 1. അപ്പോൾ ആൻസർ എന്താ? 1/32/32. 1/32 എന്താ? 1 അല്ലേ. സോ ആൻസർ എന്താ? 1. ഒറ്റയടിക്ക് ആൻസർ ചെയ്താൽ 1 ആണ്. 1 അല്ലേ. അപ്പോൾ വേറെ 63 + 1 എന്നോ അങ്ങനെയൊന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ലടാ. വേറെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ബൈനോമിയൽ തിയറത്തിൽ നിങ്ങൾ ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 1 -1 കിട്ടിയാൽ എന്ത് ചെയ്യാം? ഡയറക്റ്റായിട്ട് ഇങ്ങനെ എഴുതാം അല്ലേ. ഇനി ചോദ്യം 1 കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ വേറെ ഇത് വന്നു. 65/32 ഡിവൈഡഡ് ബൈ 9 റിമൈൻഡർ എന്താ വരിക? 65/9. സോ 65/32/9 ചെയ്താൽ റിമൈൻഡർ എന്താ വരിക? ഞാൻ പറഞ്ഞ ഈ മെത്തേഡ് എപ്പോഴാണ് പ്ലോസിബിൾ ആവുക? ഈ 65/9 ചെയ്യുക. റിമൈൻഡർ +1 -1 ആവണം നോക്കുക. ആ +1 -1 ആയില്ലെങ്കിലേ എങ്ങനെയെങ്കിലും +1 -1 ആക്കുക. അതിന് ചെയ്യേണ്ട കാര്യം 65/9 എന്താ? 65/9 റിമൈൻഡർ എന്തായിരിക്കും? 2 അല്ലേ വരിക? എന്താ 7 റിമൈൻഡർ ഈസ് 2 ആണ്. അപ്പോൾ ഇതിൻ്റെ റിമൈൻഡർ എന്താ? 2 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ
2 raised to ഈ 2 ആൻസർ ആക്കി എഴുതാൻ പാടില്ല കേട്ടോ. അപ്പം എന്താ ആ 2 raised to 32 ഇടാൻ മാർക്കരുത്. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി 2 raised to 32/9 റിമൈൻഡർ ചെയ്താൽ മതി. ഒരു സ്റ്റെപ്പും കൂടി അധികം എടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, അതായത് ഡയറക്റ്റ് ആയിട്ട് ഇത് ചെയ്തപ്പോൾ എന്ത് ചെയ്തില്ല, നമുക്ക് റിമൈൻഡർ 2 കിട്ടിയത്. 2 raised to 32 നമുക്ക് നേരത്തെ 1 ആയതുകൊണ്ട് 1 raised to 32 1 കിട്ടി. 2 raised to 32 നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല, വലിയ നമ്പറാ. അപ്പോൾ അതല്ല റിമൈൻഡർ. അപ്പം എന്ത് ചെയ്യുക, ആ 2 raised to 32 വീണ്ടും എന്ത് ചെയ്യുക, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം അപ്പോഴും 1 -1 കിട്ടുന്നുണ്ടോ? ഇല്ല, 2/9 റിമൈൻഡർ എന്താ 2 തന്നെയാണ്. പക്ഷേ ഇതിനെ 2 ക്യൂബ് ആക്കിയാൽ 2 ക്യൂബ് 8 അല്ലേ, 8/9 റിമൈൻഡർ എന്താ -1 അല്ലേ. ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും റിമൈൻഡർ +1 -1 ആക്കുക. അപ്പോൾ ഇതിന് എങ്ങനെ എഴുതാം, ഈ 2 raised to 32 ഞാൻ 2 raised to 3 all raised to 10 എഴുതി കൂടെ. അത് 2 raised to 30 ആയില്ലേ, ഇൻറ്റു 2 സ്ക്വയർ. അപ്പോൾ 2 raised to 32 ആയില്ലേ, /9 റിമൈൻഡർ കണ്ടാൽ പോരെ മക്കളെ. നോക്കുക, ഇതെന്താ ഈ 2 raised to 32 എങ്ങനെയാക്കി, 2 ക്യൂബ് raised to 10 അതെന്താ 2 raised to 30 ഇൻറ്റു 2 സ്ക്വയർ 2 raised to 32/9 അല്ലേ. ഇനി പറ 2 ക്യൂബ്/9 റിമൈൻഡർ എന്താ, 2 ക്യൂബ്/9 8/9 റിമൈൻഡർ -1 അല്ലേ. raised to 10 വരുമ്പോൾ എന്താ വരിക, -1 raised to 10 ഇൻറ്റു 2 സ്ക്വയർ 4 അല്ലേ, 4/9 റിമൈൻഡർ എന്താ 4n അല്ലേ. -1 raised to 10 1n ഉള്ള ആൻസർ എന്താ 4n കിട്ടുക. ഇതാണ് ഏറ്റവും ഈസി മെത്തേഡ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും ഡിവൈഡ് നോക്കുക. ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് +1 -1 ആണെന്ന് കിട്ടുക. അത് കിട്ടിയ ഡയറക്റ്റായിട്ട് ആൻസർ ആയി. ഇനി കിട്ടിയില്ല, ഇതേപോലെ 2 ആണെന്ന് വിചാരിക്കും, ഒന്നുകൂടി ചെയ്യുക. അപ്പം എന്തായി 2 raised to 32/9 ആണ്. നമുക്കറിയാം 2ൻ്റെ പവർ എടുത്തോണ്ട് പോവാ. 2ൻ്റെ പവർ എടുത്തോണ്ട് പോകുമ്പോഴേ 2 ക്യൂബ് 8 ആ 8/9 റിമൈൻഡർ എന്താ -1. അപ്പം എന്ത് ചെയ്തി, ആ 2 ക്യൂബിൻ്റെ ടേമിൽ ഞാൻ എഴുതി അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തി, ഇങ്ങനെ കിട്ടി. ക്ലിയർ ആണ്. അപ്പോൾ ആൻസർ എന്താണ് 4 ആണ്. ഏത് ക്വസ്റ്റ്യനും നിങ്ങൾ ജെയ്ക്ക് ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യനും ഈ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ഇത് അതേ ബേസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാ. ഞാൻ ഒന്നുകൂടി തന്നെ JEE 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ് റിമൈൻഡർ വെൻ 7 raised to 2022 + 3 raised to 2022 /5 ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ എന്താണെന്ന് ക്വസ്റ്റ്യൻ. അപ്പോൾ അതെന്ത് ചെയ്യുക, ഇതാ ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ കാണാം. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ കാണാം. പ്ലസ് ചെയ്ത പോലെ അല്ലേ. ഇതിൻ്റെ റിമൈൻഡർ ചോദിച്ചാൽ എന്താ ചെയ്യുക, ആദ്യം ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ കാണാം. പിന്നെയോ ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ കാണാം. രണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യം എന്താ, ഞാൻ ഈ 7 raised to 2022 ചെയ്യാം കേട്ടോ. 7 raised to 2022 /5 റിമൈൻഡർ കാണണം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ചെയ്യേണ്ടത് 7/5 റിമൈൻഡർ എന്താ 1 -1 ആണോ? അല്ലല്ലോ, 2 അല്ലേ. അപ്പം നിങ്ങൾ നോക്കണ്ടേ 7ൻ്റെ ഓരോ പവർ എടുത്തുകൊണ്ട് പോവുക. അതിൽ ഏതെങ്കിലും പവറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ +1 -1 കിട്ടും നോക്കുക. അവിടെ 7 സ്ക്വയർ 49 അല്ലേ. 49/5 റിമൈൻഡർ -1 അല്ലേ. അപ്പോൾ കിട്ടുമല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ എഴുതാ 7 സ്ക്വയർ 49 raised to 1011 /5 അല്ലേ. ഇപ്പം എന്താ 7 സ്ക്വയർ 49 ആണ്. 49 raised to 1011 /5 റിമൈൻഡർ എന്താ വരിക, ഒന്നേ +4 എഴുതാം, അല്ലെങ്കിലോ -1 ആണ് അല്ലേ. +4 അല്ലെങ്കിൽ -1 അല്ലേ വരടാ. -1ഉം +1ഉം സെയിമാ. ഓക്കെ, നെഗറ്റീവ് റിമൈൻഡറും പോസിറ്റീവ് റിമൈൻഡറും നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ നെഗറ്റീവ് റിമൈൻഡർ യൂസ് ചെയ്യാം. നെഗറ്റീവ് റിമൈൻഡർ ആകുമ്പോൾ -1 ആവില്ലടാ. -1 raised to 1011 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് കിട്ടുമല്ലോ. ഇത് 4 എഴുതിയാൽ 4 raised to 1011 കിട്ടൂലല്ലോ. എനിവേ 49/5 റിമൈൻഡർ +4 അല്ലെങ്കിൽ -1. അപ്പോൾ -1 എടുത്തു. സോ -1 raised to 1011 എന്താ, അത് -1 അല്ലേ. സോ റിമൈൻഡർ എന്താ -1 എഴുതി. ഓക്കെ, സോ ഇതിൻ്റെ റിമൈൻഡർ എന്താണ് -1 ആണ്. ഇനി അടുത്ത കേസ് എടുത്തു. അടുത്ത കേസ് എന്താ 3 raised to 2022 3 raised to 2022 /5 റിമൈൻഡർ അല്ലേ. അതിനെങ്ങനെ എഴുതടാ 3 നമുക്കറിയാം 3/5 ചെയ്ത റിമൈൻഡർ എന്ത് കിട്ടുന്നില്ല, +1 -1 കിട്ടുന്നില്ല. അപ്പം എന്ത് ചെയ്യുക, 3ൻ്റെ പവർ എടുത്തുകൊണ്ട് പോവുക. 3 സ്ക്വയർ 9 അല്ലേ. 9/5 റിമൈൻഡർ -1 അല്ലേ വരിക. അപ്പം എന്ത് ചെയ്തതിന് 3 സ്ക്വയർ raised to 1011 /5. ഇപ്പം എന്തായി 9 raised to 1011/5 അല്ലേ. 9/5 -1 അല്ലേ. -1 raised to 1011 വരൂലേ. ഇതിൻ്റെ ആൻസർ എന്താ -1 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ -1 ആണ്, ഇതിൻ്റെ ആൻസർ -1 ആണ്. അപ്പോൾ ടോട്ടൽ റിമൈൻഡർ എന്താ -1 + -1 അല്ലേ, അത് -2 അല്ലേ. പക്ഷെ -2 എന്ന ഓപ്ഷൻ എന്തായാലും ഓപ്ഷൻ ഉണ്ടാവില്ല. നെഗറ്റീവ് റിമൈൻഡർ എന്തായാലും ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതെന്താക്കണം, പോസിറ്റീവ് റിമൈൻഡർ ആക്കണ്ടേ. അവിടെ -2 എന്ന് പറഞ്ഞാൽ ഇവിടെ /5 അല്ലേ. ആ പോസിറ്റീവ് റിമൈൻഡർ എന്താ വരിക, നമുക്കറിയാം ഇതാ നെഗറ്റീവ് റിമൈൻഡറും പോസിറ്റീവ് റിമൈൻഡറും വിത്തൗട്ട് സൈൻ ആഡ് ചെയ്ത 5 ഇടണ്ടേ അല്ലേ. അതായത് ഈ ഡിവൈഡ് ചെയ്യുന്ന ആള് നോക്ക്, ഇവിടെ ആരാ -2. -2ൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ ആരാ 2 അല്ലേ. അടുത്ത ആള് +3 ആയാൽ മാത്രമേ 2 ഉം 3 ആഡ് ചെയ്ത കാര്യം കിട്ടുള്ളൂ, 5 കിട്ടുള്ളൂ.
അപ്പോൾ അത് -2 ആണെങ്കിൽ അടുത്ത ആളാരാണ്? അതായത് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശത്തിലുള്ളൂ. നോക്കുക, എന്താ 8/3 പോസിറ്റീവ് റിമൈൻഡർ ആരാ? 2 × 3 6 ആണ്. പോസിറ്റീവ് റിമൈൻഡർ ആരാ? 2 ആണ് അല്ലേ? അപ്പം നെഗറ്റീവ് റിമൈൻഡർ ആരാവണം? ഇത് 8/3ൻ്റെ പോസിറ്റീവ് റിമൈൻഡർ ആരാ? 2 ആണ്. അപ്പം നെഗറ്റീവ് റിമൈൻഡർ ആരാവണം? -1 ആണ്. കാരണം എന്ന് വെച്ചാൽ എന്താ, ഈ ആളുടെയും അബ്സല്യൂട്ട് വാല്യൂസിൻ്റെ സമ്മി താഴെയുള്ള ആളാണ്. -1ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആരാ? 1 അല്ലേ? അപ്പോൾ 2 + 1 ആരാ? 3 അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ആൾ /5 റിമൈൻഡർ എന്ത് കിട്ടി? നെഗറ്റീവ് -2 എന്ന് കിട്ടി. അപ്പോൾ പോസിറ്റീവ് ആരാവണം? 3 ആവണ്ടടാ. എന്നാലല്ലേ ഈ -2ൻ്റെ മോളസ് വാല്യൂം 3ൻ്റെ മോളസ് വാല്യൂ ആളിയത് 5 കിട്ടുള്ളൂ. ആൻസർ എന്താ? 3 ആണ് ആ ക്വസ്റ്റിൻ്റെ ആൻസർ. ക്ലിയർ ആയ മക്കളെ എല്ലാവർക്കും? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഐഡിയാസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പെട്ടെന്ന് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് എല്ലാ ഐഡിയാസും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ല എല്ലാവർക്കും? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ, ഈ ക്വസ്റ്റ്യനിൽ? അങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാം എല്ലാവരും. 29/7 29⁻⁷ റിമൈൻഡർ എന്താ? ഒന്നുമില്ല, 29/7 ചെയ്യുക. റിമൈൻഡർ എന്താ? 4/28 ആണ്. സോ റിമൈൻഡർ 1 ആണ്. ആൻസർ തരും 1 കിട്ടിയ വേറെ ഒന്നും നോക്കണ്ട. 1/720 എന്താ? 1 ആണ് അല്ലേ? അടുത്ത കേസ് എന്താ? 34/5ൻ്റെ റിമൈൻഡർ നോക്കുക. 34/5 റിമൈൻഡർ എന്താ? 34/5 5 7 35 അല്ലേ? അപ്പോൾ റിമൈൻഡർ -1 അല്ലേ വരിക? -1 അല്ലെങ്കിൽ +4 ആണ്. നമ്മൾ -1 +1 വേണം. -1 വന്നാൽ എന്താ ആൻസർ? -1/7 not 1 അല്ലേ? അപ്പോൾ എന്താ വരിക? -1 അല്ലേ വരിക? പക്ഷെ നെഗറ്റീവ് എടുക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ താഴെ 5 ആയതുകൊണ്ട് ഇത് -1, അതിൻ്റെ മോളസ് 1 അല്ലേ വരിക? അപ്പോൾ ഇത് ആര് വേണം? 4 വേണം. എന്നാൽ മാത്രമല്ലേ ഇതിൻ്റെ മോളസും ഇതിൻ്റെ മോളസും ആഡ് ചെയ്താൽ 5 കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ അതുമായി. അപ്പോൾ ആൻസർ എന്താ? അതിൻ്റെ 4 ആണ്. ഇനി 2/7 2⁻100/7ൻ്റെ റിമൈൻഡർ എന്താ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? 2/7 ചെയ്ത് നോക്കുക. റിമൈൻഡർ +1 -1 കിട്ടുന്നില്ല. അപ്പോൾ 2ൻ്റെ പവർ എടുക്കുക. ആ 2² 4 അല്ലേ? 4/7 റിമൈൻഡർ +1 -1 അല്ലല്ലോ. ഇനി 2³ എടുക്കുക. 2³ 8 അല്ലേ? 8/7 റിമൈൻഡർ 1 വരുന്നില്ലേ? അപ്പോൾ ഇതിനെന്ത് ചെയ്താ? 2³ അല്ലേ? ഇനിയോ ഇതാ 2³ 3 എന്താ? 2⁻99 ആയില്ലേ? × 2 / 7 ചെയ്താൽ പോരെ? ഇനി പറ, ഇതാ 8/7 റിമൈൻഡർ 1 അല്ലേ? സോ 1⁻33 1 തന്നെ വരില്ല. ആൻസർ എന്താ? 1 × 2. ആൻസർ എന്താ? 2 ആണ്. ഡയറക്റ്റായിട്ട് ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലേ? അവിടെ ക്ലിയർ ആയിടാ എല്ലാവർക്കും? ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷൻ ഒന്ന് ആക്റ്റീവ് ആക്കുക. ക്ലിയർ ആണ് എല്ലാവർക്കും? ഇത് എല്ലായ്പ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. എല്ലായ്പ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണേ. നിങ്ങൾ ചെയ്ത് നോക്കുക എല്ലാവരും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊരു ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണേ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഈ ഏരിയയിൽ. നിങ്ങൾ JEEൻ്റെ പഴയ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം വരെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? അതാണ് നമ്മളിവിടെ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഹൈപ്പർബോളയിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ പറഞ്ഞു വരുന്നതാ, ലെറ്റ് H be the hyperbola whose foci are 1 + or -√2, 0 അല്ലേ? ഇതാ ഒരു ഹൈപ്പർബോൾ ഉണ്ട്. ആ ഹൈപ്പർബോളിന്റെ ഫോക്കസുകൾ ആരാ? 1 + or -√2, 0 1 + or -√2, 0. അപ്പോൾ 2 ഫോക്കസ് ഇല്ലേ? ഒന്നാരാ? 1 + √2, 0. അടുത്ത ഫോക്കസ് ആരാ? 1 -√2, 0 അല്ലേ? ഒരു ഫോക്കസ് 1 + √2, 0. അടുത്ത ആരാ? 1 -√2, 0. ഒരു ഹൈപ്പർബോൾ ഉണ്ട്, 2 ഫോക്കസ് ഉണ്ട്. ഒന്ന് 1 + √2, 0, മറ്റത് 1 -√2, 0. ക്വസ്റ്റ്യനിൽ പറഞ്ഞു തരാം. പിന്നെ പറഞ്ഞു തരാം എന്താ? എക്സിൻട്രിസിറ്റി ഈസ് √2. ഇതെന്താ? വി ഹാവ് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. അവിടെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം കാണാനുള്ള ഇക്വേഷനെ 2b²/a തന്നെയാണ്. നമുക്ക് ഡൗട്ടില്ല. ഓക്കെ, അപ്പോൾ അവിടെ ആര് വേണം? എയും ബിയും വേണം അല്ലേ? അപ്പം നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യം, ഈ ഹൈപ്പർബോളിൻ്റെ സെൻറ്റർ ആരാ? ആ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ 2 ഫോക്കസിൻ്റെയും മിഡ് പോയിന്റിൽ വരിക. ആ 2 ഓക്കെ, അപ്പോൾ യെസ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ മെത്തേഡിൽ ചെയ്താൽ മറ്റേ മെത്തേഡിലേറെ എന്തായാലും ഈസി ആയിരിക്കും. കാരണം മറ്റേ മെത്തേഡിലും നമ്മൾ ചെയ്തു പോകുന്നത് ഇതേ കാര്യങ്ങളാണ്. പക്ഷെ അവസാന സ്റ്റെപ്പിൽ ആ ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്യേണ്ടി വരുന്നുള്ളൂ. ഇവിടെ എന്ത് ചെയ്യണ്ട? ആ ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്യേണ്ടി വരില്ല. അത്രേ ഡിഫറൻസ്. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും മറ്റേ മെത്തേഡിലേറെ ഈസി മെത്തേഡിലായിരിക്കും.
100%. കാരണം ഈ മെത്തേഡിൽ ഞാൻ ചെയ്യുന്ന കാര്യം വെച്ചാൽ ഒരു 2-3 എന്താ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാൻ മാത്രമാണ്. അല്ലാതെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പഴയ ബൈനോമിയൽ മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ടഫാവുന്ന ക്വസ്റ്റ്യന് ബൈനോമിയൽ മെത്തേഡ് കുറച്ചും കൂടി ടഫായിരിക്കും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അതിന് കാര്യമില്ല. അപ്പോൾ എന്താ ഇതിന് മിഡ് പോയിന്റ് എന്ത് വരിക? 1 - √2 + 1 + √2 by 0. നമുക്കറിയാം മിഡ് പോയിന്റ് ഓഫ് രണ്ട് ഫോക്കസ് എന്താ? x1 + x2/2 ആൻഡ് y1 + y2/2 വരിക. അപ്പോൾ എന്താ വരിക? ഇത് 1 - √2 + 1 + √2 by 0. എന്താ വരിക? 1 - √2 + 1 + √2 by 0. മിഡ് പോയിന്റ് ഫോർമുല അല്ലേ? ബൈ x1 + x2/2. അപ്പോൾ എന്താ വരിക? -√2 പോയാൽ 2/2 1 അല്ലേ? 1. ദെൻ 0 + 0/2. ഓക്കെ, 0/2 0. അപ്പം 0 അല്ലേ? ഞാൻ കണ്ടുപിടിച്ചത് നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം ആ ഹൈപ്പർബോള കാണുമ്പോൾ അതിൻ്റെ മിഡ് പോയിന്റ് എപ്പോഴെങ്കിലും സെൻറ്റർ 0 ആക്കി എടുക്കും. ഇവിടെ സെൻറ്റർ 0 അല്ല, ആ 0 ആക്കി എടുത്താൽ അത് തെറ്റിപ്പോവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് JEE ക്വസ്റ്റ്യനിൽ എല്ലായ്പ്പോഴും സെൻറ്റർ 0 ആണെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു ഫോക്കസ് 1 + √2, 0യും മറ്റേ ഫോക്കസ് 1 - √2, 0 ആണെങ്കിൽ അതിൻ്റെ മിഡ് പോയിന്റ് ആണ് നമ്മുടെ സെൻറ്റർ വരിക. അങ്ങനെയാണ് x1 + x2/2 y1 + y2/2 അല്ലേ? അത് കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ആ സെൻറ്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരമല്ലേ C. ഈ 1, 0യും 1 + √2, 0യും തമ്മിൽ ഡിഫറൻസ് √2 അല്ലേ വരിക. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആരാ? √2 അല്ലേ? അപ്പോൾ C ആര് കിട്ടി? എടാ 1 നിന്ന് 1 + √2 ആണെങ്കിൽ √2 മൂവ് ചെയ്യണ്ടേ? അപ്പോൾ C ആര് കിട്ടിയത്? C √2 ആണ്. C √2 കിട്ടി. ഓക്കെ, C √2 കിട്ടിയാലേ ഇവിടെ x ഇൻഡിസിറ്റി √2 അല്ലേ? ആ x ഇൻഡിസിറ്റി കാണാനുള്ള ഇക്വേഷൻ C/A അല്ലടാ. അപ്പോൾ C/A, C ആരാ? √2/A. ആ x ഇൻഡിസിറ്റി എത്രയാണെന്ന് പറഞ്ഞിട്ട് √2 ആണെന്ന് പറഞ്ഞില്ലേ അല്ലേ? അങ്ങനെ ഈ √2 കട്ട് ചെയ്യാലോ. അപ്പോൾ 1/A 1 അല്ലേ വരിക. അപ്പോൾ A എന്താ? 1. നമുക്കറിയാം നമുക്ക് ലെങ്ത് ഓഫ് ലാറ്ററൽ സെക്ഷൻ കിട്ടണമെങ്കിൽ A വേണം, പിന്നെ ആര് വേണം? B വേണ്ടേ? ഓൾറെഡി C അറിയാം, A അറിയാം. ഇനി എങ്ങനെയാ B കണ്ടുപിടിക്കുക? Aയും Bയും Cയും തമ്മിലുള്ള റിലേഷൻ ഹൈപ്പർബോളയിൽ എന്താണ്? A² + B² = C² അല്ലേ? അത് അപ്ലൈ ചെയ്ത് വരും. A², 1² 1 + B² അറിയൂല. C², C ആരാ? √2 ആണ്. സ്ക്വയർ എന്താ? 2 ആണ്. അപ്പോൾ B² എന്താ? 2 - 1 1 ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് ലാറ്ററൽ സെക്ഷൻ എന്താ? ലെങ്ത് ഓഫ് ലാറ്ററൽ സെക്ഷൻ = 2B²/A. അപ്പോൾ എന്താ? 2 × B² ആരാ? 1 / A ആരാ? A is 1. 2 × 1/1 ആൻസർ ഈസ് 2 ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ലേ? അപ്പം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈപ്പർബോളേറ്റും ബേസിക് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് ആക്ച്വലി ഒരു എക്സ്ട്രാ ഒരുപാട് ഇൻഫർമേഷൻ ഈ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറഞ്ഞത് എന്താ? ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ബിലോങ്സ് ടു Z and A is alpha beta, B is 1, 0, C is gamma delta, D is 1, 2 be the vertices of a parallelogram ABCD. ഒരു പാരലോഗ്രാം ഉണ്ട്. ആ പാരലോഗ്രാമിലെ വെർട്ടിസസ് ആരൊക്കെയാ? A ഉണ്ട്, ദെൻ B, ദെൻ C, ദെൻ D. ഇവിടെ A ആരാന്ന് പറഞ്ഞത്? ആൽഫ ബീറ്റ. B ആരാ? 1, 0. C ആരാ? ഗാമ ഡെൽറ്റ. D ആരാ? 1, 2 അല്ലേ? പിന്നെ പറഞ്ഞു എന്താ? ഈ ദ വെർട്ടിസ് ഓഫ് പാരലലോഗ്രാം ABCD, AB = √10 and points A, C lies on the line T3y = 2x + 1. Then we have to find 2 × alpha + beta + gamma + delta. ഈ ഇൻഫർമേഷൻ ആവശ്യമില്ല. എടാ നമുക്കറിയാം ഇതാ ഈ രണ്ട് പേര് മീറ്റ് ചെയ്യുന്ന പോയിന്റ് അതിൻ്റെ മിഡ് പോയിന്റ് അല്ലേ? അപ്പം നോക്കുക, ഇതിൻ്റെ മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്താലും ഇതിൻ്റെ മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്താലും സെയിം ആയിട്ടുള്ള ഈ മിഡ് പോയിന്റിൽ കിട്ടുക. അതിന് രണ്ടിന് ഇക്വേറ്റ് ചെയ്താൽ പോരെ? നോക്കുക, ഞാൻ ആദ്യം ഇതിന് മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്തു. അപ്പോൾ എന്താ മിഡ് പോയിന്റ് വരിക? x1 + x2/2 ആൻഡ് y1 + y2/2 അല്ലേ വരിക? അപ്പം എന്താ വരിക? 1 + 1 2/2 എന്താ വരിക? 1. അതെന്തോ 0 + 2/2 അല്ലേ? അത് 1 വരിക. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിന്റ് എന്ത് കിട്ടി? x1 + x2/2 y1 + y2/2 1 ഉണ്ട്. അതെന്നല്ലടാ ഇതിൻ്റെ മിഡ് പോയിന്റ്. അതിന് മിഡ് പോയിന്റ് എന്താ വരിക? ആൽഫ + ഗാമ/2 ഈക്വൽ ടു അടുത്ത ആരാ? ബീറ്റ + ഡെൽറ്റ/2 അല്ലേ? ഇനി ഈ രണ്ട് പേര് ഈക്വൽ ആവണമെങ്കിൽ ഈ കാണുന്ന ആൾ പരസ്പരം ഈക്വൽ ആവണ്ടേ? അപ്പം ആൽഫ + ഗാമ/2 എന്താവണം? 1 ആവണ്ടേ? അപ്പോൾ ആൽഫ + ഗാമ 2 അല്ലേ? അതേപോലെ ഈ രണ്ട് പേരും ഈക്വൽ ആവണ്ടേ? അപ്പം എന്ത് ചെയ്താ? ബീറ്റ + ഡെൽറ്റ/2 1 ആവണ്ടേ? അപ്പോൾ ബീറ്റ + ഡെൽറ്റ 2 അല്ലേ?
നമ്മൾ ചോദിച്ച ആരാടാ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റ ഇൻറ്റു 2 അല്ലേ? കാണുന്നതല്ല 2 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റ ദാറ്റ് 2 ഇൻറ്റു ആൽഫ പ്ലസ് ഗാമ ആരാ 2 അല്ലേ? പ്ലസ് ബീറ്റ പ്ലസ് ഡെൽറ്റ ആരാ 2 അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 2 പ്ലസ് 2 എന്താ 4 ഇൻറ്റു 8 ആണ്, കറക്റ്റാണ്. അപ്പോൾ ഇതാണ് അവിടെ ചെയ്യേണ്ട കാര്യം അല്ലേ? അതായത് വേറെ ഒരുപാട് ഇൻഫോർമേഷൻ ഉണ്ട്, ആ ഇൻഫോർമേഷൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ ഇൻഫോർമേഷൻ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഇൻഫോർമേഷൻ എല്ലാം യൂസ് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല ചില ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഓക്കെ, അത് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഇടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. ഓക്കെ, ഞാനിവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. നമ്മളെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2,3 ഫ്രം ദ ലൈൻ 2x - 3y + 280 = 0 മെഷേർഡ് പാരൽ ടു ദ ലൈൻ √3x - y + 1 = 0. ഇതും ഓൾവേസ് റിപ്പീറ്റ് ചെയ്യുന്ന ടൈപ്പാണ്. ഇവിടെ എന്താണ്, ഒരു ലൈൻ ഉണ്ട്, ആ ലൈൻ്റെ ഇക്വേഷൻ ആരാ 2x - 3y + 28 = 0. ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് കാണണം. എവിടെ നിന്നുള്ള ഡിസ്റ്റൻസാ? ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് ആരാ 2,3. ആ 2,3യിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ല, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേറൊരു ക്വസ്റ്റൻ കേട്ടോ. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണല്ലോ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താണ് ax1 + by1 + c / √a² + b² നിങ്ങൾക്ക് അറിയാം. പക്ഷേ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ല, പകരം എന്താണ് ഈ ലൈന് മെഷേർഡ് പാരൽ ടു ദിസ് ലൈൻ. അപ്പം ഇതാ ഇങ്ങനെ ആയിരിക്കാം നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. അതായത് ഈ കാണുന്ന ലൈനിന് പാരൽ, അതായത് ഈ ലൈൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഇതാണ് ഏത് ലൈന് √3x - y + 1 = 0. അതിന് പാരലായിട്ട് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് കാണും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് അല്ലേ കാണുന്നത്, അതിനെ ഞാൻ ഡി എന്ന് വിളിച്ചു അല്ലേ? അവിടെ ശരിക്ക് ഇത് പ്യുവർലി പാരാമെട്രിക് ഫോം ഓഫ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ആപ്ലിക്കേഷനാണ്. എന്താ പാരാമെട്രിക് ഫോം ഓഫ് സ്ട്രെയിറ്റ് ലൈന്? നമുക്കറിയാം, ഇതാ ഒരു ലൈൻ ഉണ്ട്, ആ ലൈന് എക്സ് ആക്സുമായിട്ടുണ്ടാക്കുന്ന ഞങ്ങൾ തീറ്റയാണെന്ന് വിചാരിക്കും. എക്സ് ആക്സുമായിട്ടുണ്ടാക്കുന്ന ഞങ്ങൾ തീറ്റയാണ്. അങ്ങനെയെങ്കിൽ ഇതാ ആ ലൈനിലെ ഈ പോയിന്റ് x,y ആണെന്ന് വിചാരിക്കും. ആ x,y ഡി ഡിസ്റ്റൻസ് മൂവ് ചെയ്താൽ കിട്ടുന്ന ഈ പോയിന്റ് എന്തായിരിക്കും? അത് നമുക്ക് എഴുതാം, എന്താണ് x ± d cos θ ആൻഡ് y ± d sin θ. മുകളിലോട്ടാവാം താഴോട്ടാവാം, രണ്ട് ചാൻസ് ഉണ്ട്, മുകളിലോട്ടാവാം താഴോട്ടാവാം. എന്തായാലും ആ പോയിന്റ് എന്തായിരിക്കും x ± d cos θ ആൻഡ് y ± d sin θ ആയിരിക്കും. ഓക്കെ, എങ്ങനെയാ പാരലായിട്ട് മൂവ് ചെയ്യുമ്പോൾ. ഓക്കെ, അതാണ് പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞാൽ. ആ ഫോമാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. ഓക്കെ, x ± d cos θ ആൻഡ് y ± d sin θ. അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്യുമ്പോഴേ ഇതാ ഈ പോയിന്റ് 2,3 ഈ ഡി ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മൂവ് ചെയ്യില്ല ചെയ്യുക. അപ്പോൾ ഈ പോയിന്റ് എന്തായിരിക്കും 2 പ്ലസ് മൈനസിൽ ഒന്ന് പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ട്, രണ്ടും ഇട്ട് കൊടുക്കുക. അതിൽ ഏതാണ് ഓപ്ഷനിൽ വരിക നമുക്കറിയില്ല. അപ്പം ഞാൻ പ്ലസ് വെച്ച് ആദ്യം ചെയ്ത് നോക്കുക. അപ്പം എന്തായി 2 + d cos θ ആൻഡ് 3 + d sin θ ആണ് അല്ലേ? സോ ഇനി നോക്കുക, ഇവിടെ കോസ് തീറ്റ സൈൻ തീറ്റയിൽ തീറ്റ എന്താ? ആ തീറ്റ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ? എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ആ ലൈൻ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക? അതിനാണ് ഈ ഇൻഫോർമേഷൻ ഉള്ളത്. ഈ ലൈനും പാരലല്ലേ? അങ്ങനെ രണ്ട് ലൈനും പാരലാണെങ്കിൽ ഈ ലൈൻ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും ഈ ലൈൻ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും സെയിം ആവണ്ടേ അല്ലേ? രണ്ട് ലൈന് പാരലാണെങ്കിൽ ഒരു ലൈൻ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ മറ്റേ ലൈൻ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും സെയിം ആണ് അല്ലേ? അപ്പം എന്ത് ചെയ്യുക, ഞാൻ ഇത് എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ കണ്ടാൽ പോരെ? അതിനല്ലടാ സ്ലോപ്പ് ആരാ? ടാൻ തീറ്റ അല്ലേ? ടാൻ തീറ്റ = എം അല്ലേ? ആ എം ഇതിന് കണ്ടൂടെ? എം എങ്ങനെയാണ്? ax + by + c = 0 ആണെങ്കിൽ അതിന് എം എന്താ? -a/b അല്ലേ? അപ്പം എന്ത് വരും? -a ആരവിടെ? √3 ബൈ ബി ആരാ? -1. അപ്പം എന്ത് വരും? ടാൻ തീറ്റ = √3 വന്നില്ലേ? അപ്പോൾ തീറ്റ ആരാ? തീറ്റ ഈസ് 60 ഡിഗ്രി അല്ലേ? ടാൻ 60 അല്ലേ √3? അത് കിട്ടി. ഇനി എന്ത് ചെയ്യുക? എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ പോയിന്റിലേക്ക് കൊടുത്താൽ എന്താ വരികടാ? പോയിന്റ് ഏതാ? 2 + d cos θ. അപ്പം എന്താ? 2 + d cos 60 1/2. അടുത്ത പോയിന്റ് ആരാ? 3 + d sin θ. അപ്പം എന്ത് വരും? 3 + d sin 60 എന്താ വരിക? √3/2. പോയിന്റ് കിട്ടി അല്ലേ? ഇനി എന്ത് ചെയ്യുക? എടാ ആ പോയിന്റ് ഇവിടെ നമുക്ക് കാണേണ്ടത് ആരെയാ? ഡി അല്ലേ കാണേണ്ടത്? ഡി അല്ലേ നമുക്ക് കാണേണ്ടത്? ആ ഡി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ ഡിസ്റ്റൻസ് അല്ലേ കാണുന്നത്? ഡി അല്ലേ? അതിന് ഈ പോയിന്റ് ഈ ലൈനിലെ പോയിന്റ് അല്ലേ? ആ പോയിന്റ് അപ്പോൾ ലൈനിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ വേണ്ടേ? അപ്പോൾ എന്ത് ചെയ്യുക? ഈ പോയിന്റ് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പം എന്ത് ചെയ്യും? നമ്മൾ ഇക്വേഷൻ ആരാ? 2x - 3y + 28 = 0 അല്ലേ? സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം എന്തായാലും 2x ആരെവിടെ? ഈ കാണുന്ന ആള് 2 +
d/2 മൈനസ് 3y y ആരവിടെ 3 പ്ലസ് d √3/2 പ്ലസ് 28 ഈക്വൽ 0 അല്ലേ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ എന്തായി 2 × 2 4 2 × d/2 d മൈനസ് 3 × 3 9 ആണ് 3 × മൈനസ് 3 × √3/2 d പ്ലസ് 28 എന്തായി 0 അല്ലേ അപ്പം എന്താ 4 മൈനസ് 9 മൈനസ് y പ്ലസ് 28 എന്താ 23 പ്ലസ് d കോമൺ ആക്കിയത് ബാക്കി എന്താ വരിക 1 മൈനസ് 3 √3/2 അല്ലേ ഈക്വൽ 0 അപ്പോൾ എന്താ d എന്താ വരിക ഇത് ഇങ്ങോട്ട് പോയാൽ മൈനസ് 23 ഡിവൈഡ് ബൈ 1 മൈനസ് 3 √3/2 അല്ലേ അത് തിരിച്ചെന്തായി 23 ഡിവൈഡ് ബൈ 3 √3/2 മൈനസ് 1 പക്ഷെ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ ആൻസറിലുണ്ടോ ഐ മീൻ ഓപ്ഷൻസിലുണ്ടോ ഇല്ല അപ്പം എന്ത് ചെയ്യുക അതിന് ഓപ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം എങ്ങനെ ആക്കി വരാം ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം എന്താ വരിക 23 ഡിവൈഡ് ബൈ 3 √3 മൈനസ് 2 ഈ 2 മുകളിലോട്ട് പോയില്ലേ അപ്പോൾ ഇൻറ്റു 2 അപ്പം എന്തായി 46 ഡിവൈഡ് ബൈ 3 √3 മൈനസ് 2 ഇങ്ങനെ ഒരു ഓപ്ഷനും ഇല്ലല്ലോ അവിടെ ഇല്ല അപ്പം എന്ത് ചെയ്യുക താഴെ കാണുന്ന ആളുടെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം അപ്പം എന്താ വരിക ഇതാ 46 ഡിവൈഡ് ബൈ 3 √3 മൈനസ് 2 അതിന് കോഞ്ചുഗേറ്റ് ആരാ 3 √3 പ്ലസ് 2 അല്ലേ മുകളും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം സോ ദാറ്റ് ഈക്വൽ ടു 46 × 3 √3 പ്ലസ് 2 ഡിവൈഡ് ബൈ ഇതാരാ എ മൈനസ് ബി × എ പ്ലസ് ബി അല്ലേ അതാരാ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ എന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വരിക 3 √3 സ്ക്വയർ 27 മൈനസ് 2 സ്ക്വയർ 4 ഇത് 23 അല്ലേ 23 ബൈ 46 ബൈ 23 എന്താ 2 ആണ് സോ ആൻസർ ഈസ് 6 √3 പ്ലസ് 2 × 2 4 ആണ് അല്ലേ അതായത് ഈ മെത്തേഡൊക്കെ ചെയ്ത് പോയാൽ നമ്മൾ ആൻസറിലേക്ക് എത്തിയില്ല അവിടെ എന്താ അറിയണം റാഷണലൈസേഷൻ എന്ന കൺസെപ്റ്റ് നമുക്ക് അറിയണം അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ക്വസ്റ്റ്യനിലേക്ക് എത്താൻ പറ്റുള്ളൂ സോ എല്ലാവർക്കും ഈ സെക്ഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചു പോവുക കൺസെപ്റ്റ് പഠിച്ചു പോവുക 100% നാളത്തെ ഷിഫ്റ്റിൽ ഈ ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും ഓക്കെ സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമുക്ക് എന്ത് ചെയ്യാം വൈൻഡ് അപ്പ് ചെയ്യാം ദിദിൻ സാർ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് സോ അടുത്ത ഫിസിക്സിലേക്ക് കിടക്കാം ഓക്കെ താങ്ക്
ഹായ് എവരി വൺ, ആരൊക്കെയാണ് ലൈവിലുള്ളത്? ഡാർവിൻ ആക്റ്റീവാണ്, ഞാൻ രാവിലെ തൊട്ട് കാണുന്നുണ്ടായിരുന്നു. ഡാർവിൻ ഇന്ന് ലൈവിൻ്റെ ലാസ്റ്റ് സെഷനും അറ്റൻഡ് ചെയ്തേ പോവുള്ളൂ. ആൻഡ് യു ആർ സോ ആക്റ്റീവ് വിത്ത് ദ ആൻസർ പാർട്ട് ആസ് വെൽ. ഹാപ്പി ഫോർ യു ഡിയോ. മക്കളെ ആരൊക്കെയാണ് ലൈവിലുള്ള എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് വന്നൊന്ന് ഉഷാറാക്കിക്കേ. പെട്ടെന്നായിക്കോട്ടെ. परीक्षा में बराबर टुक्का बहुत बढ़िया लगे रहो भाई, लगे रहो. വേറെ ആരൊക്കെയുണ്ട്? സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് തൊട്ടിട്ട് EMI വരെയുള്ള EM വേവ്സ് വരെയുള്ള ചാപ്റ്റേഴ്സ് എന്നാണ്. സോ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ കൂടെ തന്നെ കൺസെപ്റ്റൂടെ പെട്ടെന്ന് പറഞ്ഞു പോകും. സോ എല്ലാവരും എന്താ പറയുക, ലൈക്ക് വട്ട് ഐ മീൻ ടു ഗെറ്റ് അപ്പ് ടു ഈസ് പെട്ടെന്നൊരു റിവിഷൻ തരിക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതുമായിട്ട് കണക്ട് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ടേബിൾ ക്ലാസ് കിട്ടുന്നില്ല. ഓൾറൈറ്റ്, ഐ ഡോണ്ട് നോ. എനിവേ നിങ്ങൾക്ക് കൺസെപ്റ്റ് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് പെട്ടെന്നൊരു ഇത് പോവുക എന്നുള്ള രീതിയിലാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഫോർമുലയുമായിട്ട് നമ്മൾ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നോക്കിയ മക്കളെ, ഓഫ് കോഴ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കൂളംസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ് കൂളംസ് ലോ എന്ന് പറയുന്നത് F = 1/4πε0 Q1 Q2/r². അതായത് ഇതിനകത്ത് K = 1/4πε0 എന്നുള്ളത് എയർ വരുമ്പോഴും അല്ലാണ്ട് 1/4πε0 εr എന്ന് Kനെ റീപ്ലേസ് ചെയ്യേണ്ടി വരും വൺസ് ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് മീഡിയം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ആണല്ലോ. ഫൈൻ. എന്തായിരുന്നു അത്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളുമായിട്ട് കണക്ട് ചെയ്യുന്ന ചോദ്യങ്ങളായിരുന്നു വന്നിരുന്നത്. ഇനിയും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത് K = 1 ആയിരിക്കും പ്രൊവൈഡഡ്. എന്തായിരിക്കും മക്കളെ? വൺസ് ഇറ്റ് ഈസ് എയർ ഓർ വാക്യൂം. ആൻഡ് വാട്ടറിൻ്റെ കേസിൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 81 ആയിട്ട് വരും. മെറ്റലിൻ്റെ കേസിൽ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിട്ട് വരും. മെറ്റൽ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള പല എന്താ പറയുക ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഉള്ള ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ മെറ്റൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെറ്റൽ വന്നു കഴിയുമ്പോഴത്തേക്കും ആ ഫീൽഡുമായിട്ട് കണക്ട് ചെയ്യുന്ന വേരിയേഷൻസ് എന്തായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പറഞ്ഞു കൂളംസ് ലോയിൽ, അതായത് ഇൻഡിവിജ്വൽ ഫോഴ്സസിൻ്റെ കേസും അതുപോലെ തന്നെ എന്താ പറയുക സൂപ്പർ പൊസിഷൻ്റെ കേസും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താണ് വെക്റ്റർ ഫോമും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു രീതി കൺസെപ്റ്റാണ്. ഫൈൻ. ഇതിൻ്റെ സ്ലൈഡ് എവിടെ കിട്ടും എന്നുള്ളത് ഐ ബിലീവ് ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ സ്ലൈഡ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓൾറൈറ്റ്, ഫൈൻ. സോ അടുത്തത് ഇതുമായിട്ട് ഇതിൻ്റെ കുളുംസ് ഫോമാണ് മക്കളെ. കുളുംസ് ലോയിൻ്റെ തന്നെ വെക്റ്റർ ഫോം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനൂടെയും കാണിച്ചിട്ടായിരിക്കും അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇവിടെ നമ്മൾ സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ Q1 Q2 എന്ന് പറഞ്ഞ 2 ചാർജ് ഉണ്ട്. ഫോഴ്സ് ആക്ടിങ് ഓൺ 2 due to 1 എന്ന് പറയുന്നത് റിപ്പൾസീവ് ആയിട്ട് കാണിക്കുന്നു. ഫോഴ്സ് ആക്ടിങ് ഓൺ 1 due to 2 ഇവിടെയും റിപ്പൾസീവ് ആയിട്ട് കാണിക്കുന്നു. അതിൻ്റെ ഡയറക്ഷൻ വെക്റ്റർ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ വെക്റ്റർ ഫോമിലുള്ള കുളുംസ് ലോ എന്ന് എന്താ പറയുക, കുളുംസ് ലോ ഇൻ വെക്റ്റർ ഫോം എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, കുളുംസ് ലോ തന്നെയാണ്, ഡയറക്ഷൻ കാണിച്ചിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ഓൾറൈറ്റ്. അടുത്തത് മൾട്ടിപ്പിൾ ഫോഴ്സസിനെ കുറിച്ച് പറയുന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഇത് നോക്കിക്കേ. ഇപ്പം ലൈക്ക് വി ആർ ഹാവിങ് എൻ അറേഞ്ച്മെൻറ്റ് ലൈക്ക് ദിസ്. ഇവിടെ Q1 എന്നൊരു ചാർജ് ഉണ്ട്, ഇവിടെ Q2 എന്നൊരു ചാർജ് ഉണ്ട്, ഇവിടെ Q3 എന്നൊരു ചാർജ് ഉണ്ട്, ഇവിടെ Q4 എന്നൊരു ചാർജ് ഉണ്ട്. 1 ഉം 2 ഉം 3 ഉം 4 ഉം ആണ് ഇവിടെ ഉള്ളത്. സോ ഈ പറയുന്ന 1 ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ 1 ഡ്യൂ ടു ദ റിമൈനിങ് 3 ചാർജസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹിയർ ദിസ് ഈസ് ഫോഴ്സ് ആക്ടിങ് ഓൺ 1 ഡ്യൂ ടു 2, ഹിയർ ഇറ്റ് മസ്റ്റ് ബി ഫോഴ്സ് ആക്ടിങ് ഓൺ 1 ഡ്യൂ ടു 4. അതുപോലെ തന്നെ ഹിയർ ദിസ് മസ്റ്റ് ബി ഫോഴ്സ് ആക്ടിങ് ഓൺ 1 ഡ്യൂ ടു 3. ഫൈൻ. സോ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് F0 വെക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഈ F1 വെക്ടർ പ്ലസ് F2 വെക്ടർ പ്ലസ് F3 വെക്ടർ ആയിരിക്കും. അതായത് F1 വെക്ടർ F2 വെക്ടർ എന്ന് ഞാൻ മാർക്ക് ചെയ്ത് മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ 1 2 3 എന്ന് പറയുന്ന ഫോഴ്സസിനാണ്. സോ വെക്ടർ സം ആണ് റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെക്ടർ സം ആയിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവിടെ വന്നു വെക്കുന്നത്. ഇതിനെ വെച്ചിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു.
ഓക്കെ 2024 തന്നെ ഇതിനെ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നതാണ്. ഇനിയും അടുത്തത് വരുന്ന മക്കളെ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കണ്ടിന്യൂസ് ചാർജും ഡിസ്ക്രീറ്റ് ചാർജിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. കണ്ടിന്യൂസ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീനിയർ സർഫേസിൽ അല്ലെങ്കിൽ ഒരു ലീനിയർ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഒരു 2 ഡയമെൻഷണൽ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഒരു 3 ഡയമെൻഷണൽ വോളിയത്തിൽ നമ്മൾ ചാർജസിനെ ഇടുന്നതിനാണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി, അതുപോലെ തന്നെ സർഫേസ് ചാർജ് ഡെൻസിറ്റി, അതുപോലെ തന്നെ വോളിയം ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് പെർ യൂണിറ്റ് ലെങ്തും, സർഫേസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് പെർ യൂണിറ്റ് സർഫേസും, വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് പെർ യൂണിറ്റ് വോളിയവുമാണ്. ആണല്ലോ, ഫൈൻ. ഇതിനെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, 2024 ചോദിച്ചിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒരു ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ട് ഒരു സർക്കുലർ പാത്തിൽ കറങ്ങുന്ന ആ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ടൈം പീരീഡ് എത്രയാണെന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. സോ അതിനകത്ത് ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആർ എത്രയാണ് എന്നറിഞ്ഞിരുന്നാൽ മാത്രമേ ആ ക്വസ്റ്റ്യൻസ് അപ്രോച്ചബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ 2024 വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഒരു തിൻ ഷീറ്റിൽ നിന്നിട്ടും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിൾ, അതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ ഒരു 1 സെക്കൻഡിന് ശേഷം ആ ചാർജ് പാർട്ടിക്കിൾ വന്ന് ഷീറ്റിലോട്ട് ഹിറ്റ് ചെയ്യുന്ന കേസിൽ അവിടെ ഷീറ്റിന് വേണ്ട ചാർജ് ഡെൻസിറ്റി എത്രയാണെന്നുള്ളൊരു ചോദ്യം വരുന്നിരുന്നു. അത് ഇതുമായിട്ട് കണക്ട് ചെയ്തൊരു ചോദ്യമായിരുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ, ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു ചോദ്യമായിരുന്നു. സോ അങ്ങനെയുള്ള ആ ഒരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഇന്നത്തെ സെഷനിനകത്ത് ഞാൻ ഈ ഒരു കീ കൺസെപ്റ്റ് ഇവിടെ തീർച്ചയായിട്ടും ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ് കുളുംസ് ലോയുമായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. മറ്റൊന്നുമല്ല, ഫോഴ്സ് എന്ന് പറയുന്നത് 1/4πε0 Q/r² എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 1/4πε0 Q/, അല്ലേ, ഫോഴ്സ് എന്ന് പറയുന്നത് 1/4πε0 Q1 Q2/r² എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 1/4πε0 Q/r എന്നൊരു ഫോർമാറ്റിലോട്ട് മാറുന്നുണ്ടായിരിക്കും. സോ ഇതിനകത്ത് തന്നെ ഫോഴ്സിൻ്റെ കേസും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളുമായിട്ട് കണക്ട് ചെയ്തും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ചാർജസുമായിട്ട് കണക്ട് ചെയ്തും വരാം. സോ അതും ഇതുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. സോ ഫോഴ്സ് ഡ്യൂ ടു എ സിംഗിൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുല ഇതുമാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് മൾട്ടിപ്പിൾ ചാർജസ് കാരണമുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെയും E0 വെക്ടർ ഈക്വൽ ടു E1 വെക്ടർ പ്ലസ് E2 വെക്ടർ പ്ലസ് E3 വെക്ടർ എന്നൊരു ഫോർമാറ്റിൽ നിന്നായിരിക്കും നമ്മൾ എഴുതുക, പ്രൊവൈഡഡ് വി ആർ ഹാവിങ് 3 ഇൻഡിവിജ്വൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ്. ആ ഒരു കാര്യങ്ങളെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, നൗ എനിക്ക് അടുത്തായിട്ട് പറയാനുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുമായിട്ടുള്ള ചോദ്യം കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഫേസിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾക്ക് ഇത്തവണ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുമായിട്ടുള്ള പ്രോപ്പർട്ടീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർട്ടീസ് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ് ആണ്. Electric field never intersect each other. It does not form a closed loop, and ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്യാൻ ബി കണ്ടിന്യൂസ് കർവ് വിത്തൗട്ട് ബ്രേക്ക്. കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, സോ പ്രോപ്പർട്ടീസുമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട മാച്ച് ദ ഫോളോയിങ് ടൈപ്പും അതുപോലെ തന്നെ കറക്റ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരുന്നു, ഫേസ് 1 ചോദിച്ചിട്ടില്ല. സോ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ്. സോ കുറച്ച് മുമ്പ് ഞാൻ ചാർജ് ഡെൻസിറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അതായത് ലീനിയർ ചാർജ് ഡെൻസിറ്റിയും സർഫേസ് ചാർജ് ഡെൻസിറ്റിയും വോളിയം ചാർജ് ഡെൻസിറ്റിനെ കുറിച്ചും പറഞ്ഞിരുന്നു. സോ അവിടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലാംഡയും സിഗ്മയും റോയും എന്തായിരുന്നു. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും അതുമായിട്ട് കണക്ട് ചെയ്ത ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ വരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1/4πε0. ഓക്കെ, 1/4πε0 ഇൻ്റഗ്രൽ 0 to L λ/r² ഇൻറ്റു dl r വെക്ടർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇത് പറയുന്നത് മറ്റൊന്നുമല്ല മക്കളെ, ഒരു ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ലാംഡ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷനുള്ള ഒരു ലീനിയർ സ്ട്രക്ചർ കാരണം ഉള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സർഫേസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലാംഡയ്ക്ക് പകരം മക്കളെ ഇവിടെ സിഗ്മ കയറി വരും, DLന് പകരം ഇവിടെ DS കയറി വരും. അതുപോലെ തന്നെ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും ലാംഡയ്ക്ക് പകരം ഇവിടെ ആര് കയറി വരും, റോ കയറി വരും. DLന് പകരം ഇവിടെ എന്ത് കയറി വരും, DV കയറി വരും. ആ ഒരു വ്യത്യാസമേ ഇതിനകത്ത് ഉള്ളൂ. ഓക്കെ, ഫൈൻ. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് നമ്മൾക്കിതിനെ മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തതായിട്ട് പറയുന്നത് മക്കളെ, നമ്മൾ ഈ ഒരു സെഷനകത്ത് ഇതിനകത്ത് ഒരു ഇക്വേഷൻസും മിസ് ചെയ്യുന്നില്ല, എല്ലാ ഇക്വേഷൻസും പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ന്യൂമെറിക്കൽസോടെ കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇതിൻ്റെ സെഷൻ ലാസ്റ്റ് വരെ തീർച്ചയായിട്ടും കാണണം. ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ.
അടുത്തെന്ന് പറയുന്നത് മക്കളെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ റിംഗ് ഓഫ് ചാർജ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ റിംഗ് ഓഫ് ചാർജ്, അതായത് നമ്മുടെ കയ്യിൽ ഒരു ചാർജർ റിംഗ് ഉണ്ട്. ആ ചാർജർ റിങ്ങിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ക്യൂവും ഓൾറൈറ്റ് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്, ക്യാപിറ്റൽ ആറുമാണ്. അങ്ങനെയാണ് എങ്കിൽ ആ റിംഗ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിനെ സംബന്ധിച്ച 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ റിംഗ് അലോങ് ദ ആക്സിസ് എത്രയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളതും. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത് ലൈക്ക് സ്റ്റാർട്ടിങ് ഫ്രം ദ സെൻറ്റർ, റിങ്ങിൻ്റെ സെൻറ്ററിൽ നിന്നിട്ടും പെർപെൻഡിക്കുലർ ആക്സിസിൽ മൂവ് ചെയ്യുമ്പോൾ സെൻറ്ററിൽ നിന്നിട്ട് അനന്തു മധു മനസ്സിലായില്ല കേട്ടോ മോനെ എന്താണ് ചോദിച്ചതെന്ന്. ഫൈൻ, ഒരു റിങ്ങിൽ നിന്നിട്ടും റിങ്ങിൻ്റെ ആക്സിസിൽ നമ്മൾ പെർപെൻഡിക്കുലറായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേരിയേഷൻ എത്ര ഡിസ്റ്റൻസ് മാറിയായിരിക്കും മാക്സിമം ഫീൽഡ് ഉണ്ടാകുക എന്നുള്ളതും, അതുപോലെ തന്നെ ടുവേർഡ്സ് ദ സെൻറ്റർ വരുമ്പോൾ അതിൻ്റെ വേരിയേഷനും അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഗ്രാഫും ഈ ഏരിയ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോ നമ്മൾക്ക് ജനറൽ എക്സ്പ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: E = 1/4πε0 Q into x divided by x square plus r square raised to 3/2 എന്നുള്ള ഈ ജനറൽ എക്സ്പ്രഷനാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിനകത്ത് x എന്ന് പറയുന്നത് സെൻട്രൽ നിന്നിട്ട് മാറിയുള്ള ഡിസ്റ്റൻസും അതുപോലെ തന്നെ ക്യാപിറ്റൽ ആർ എന്നുള്ളത് അതിൻ്റെ റേഡിയസുമാണ്. Q എന്ന് പറഞ്ഞാൽ ഇതിന് ഓവറോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ചാർജാണ്. ഓൾ റൈറ്റ്, നൗ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ സ്പെഷ്യൽ കേസസിനെ കുറിച്ച്. ഓഫ് കോഴ്സ് അറ്റ് x = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല മക്കളെ, ഈ റിങ്ങിൻ്റെ നടുക്ക് വരുമ്പോഴത്തേക്കും നെറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയി പോകും. അടുത്തത് രണ്ടാമത് പറയുന്നത് x ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ r, അതായത് റിങ്ങിൻ്റെ സെൻട്രൽ നിന്നിട്ടും വളരെ ദൂരെ മാറി നിൽക്കുന്ന ഒരു കേസാണ് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതൊരു പോയിന്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷനായിട്ട് കൺസിഡർ ചെയ്ത് നമ്മൾക്ക് കാൽക്കുലേഷനിലോട്ട് ജമ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇനിയും ഈ പറയുന്ന വേരിയേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ആ വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ഇത് റിങ്ങിൻ്റെ സെൻറ്ററിൽ നിന്നിട്ട് മാറി മുന്നോട്ട് പോകും തോറും ഉള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതാണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അറ്റ് x = r/√2 ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് മാക്സിമം. അറ്റ് x = 0 ഇലക്ട്രിക് ഫീൽഡ് 0 ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. ആൻഡ് x once moving towards infinity, I repeat, once x is moving towards infinity, x ന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ again ഇലക്ട്രിക് ഫീൽഡ് ഓൾസോ ട്രൈ ടു ടെൻസ് ടു എന്തായിട്ട് മാറുന്ന കാണാൻ പറ്റും, 0 എത്തുന്നതായിട്ടും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ഒന്നുകൂടെ ഞാൻ പറയുന്നു, ദിസ് വാസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ റിംഗ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു, റിംഗ് ഓഫ് ചാർജ് ആയിരുന്നു. ഫൈൻഡ് ദ ചാർജസ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ദ റിംഗ് ഇൻ എ യൂണിഫോം മാനർ. സോ ജനറൽ എക്സ്പ്രഷൻ ഞാൻ വീണ്ടും പറയുന്നു, ഇറ്റ് ഈസ് 1/4πε0 Q into x divided by x square plus r square all raised to 3/2. ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു ഫോർമുല ആയിരിക്കും. അതുപോലെ തന്നെ ഗ്രാഫും മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് എവിടെയാണ് എന്നുള്ള ഒരു പോയിന്റും ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്ത് കളയരുത്. ഓൾ റൈറ്റ്, ഫ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്, അത് ഞാൻ പറയും. അടുത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇൻഫിനിറ്റിയിൽ നിന്നിട്ടും ഒരു ഇലക്ട്രിക് ഫീൽഡിലോട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഒരു പർട്ടിക്കുലർ പോയിന്റിലോട്ട് ഇൻഫിനിറ്റിൽ നിന്നിട്ടും നമ്മളൊരു ചാർജിനെ കൊണ്ടുവരാനായിട്ട് എടുക്കുന്ന വർക്ക് ഡൺ, 1 കൂളും ചാർജിനെ കൊണ്ടുവരാനായിട്ട് ചെയ്യുന്ന വർക്ക് ഡണ്ണിനാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കൽ ഫോർമുല V = W/Q എന്ന് നമ്മൾ എഴുതാറുണ്ട്. ഫൈൻ. അതുപോലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ 2 പോയിന്റ്സ് 1 കൂളും ചാർജിനെ മൂവ് ചെയ്യാനായിട്ടുള്ള വർക്കിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫൈൻ. ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്ന് പറയുമ്പോൾ 1/4πε0 Q/r എന്ന് വരും. ഇനി മൾട്ടിപ്പിൾ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല, ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ ബേസ് ചെയ്തിട്ട്, അതായത് ഒരു പോയിന്റ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വെക്റ്റർ സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണമുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയും ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യലുമായിട്ടുള്ള റിലേഷനാണ്. ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറയുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക് dV/dr പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് തന്നിട്ട് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറയുന്ന കേസും, അതുപോലെ തന്നെ dVൻ്റെ വേരിയേഷൻ കണ്ടിട്ട് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് പറയുന്ന കേസസിലെല്ലാം ഈ മാത്തമാറ്റിക്കൽ റിലേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് E = -dV/dr, അതായത് ഏത് ഡയറക്ഷനിലാണോ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ഇവിടെ അതിനകത്തോട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഫൈൻ. ഇനിയും ഇക്വിപൊട്ടൻഷ്യൽ സർഫേസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫേസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ഫേസിൽ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫേസിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ് എന്ത്, ഇക്വിപൊട്ടൻഷ്യൽ സർഫേസുമായിട്ട് ബന്ധപ്പെട്ടത്. കാരണം ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് എന്ന് പറഞ്ഞാൽ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് മേ ബി പ്ലാനർ ഓൾ സോളിഡ് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് ഈസ് ഓൾവേസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് പൊട്ടൻഷ്യൽ
perpendicular to equipotential surface. Now അടുത്തത് മൂന്നാമത് പറയുന്നത് equipotential surface due to an isolated point charges എന്ന് പറയുന്നത് spherical ആയിരിക്കും. അതുപോലെ തന്നെ equipotential surface are planar for uniform electric field. Equipotential surface due to line charge distribution is cylindrical. അതായത് ലൈൻ ചാർജസ് കാരണമുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫേസിൻ്റെ ഷേപ്പ് അതുപോലെ തന്നെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫേസിൻ്റെ ഷേപ്പ് എന്താണ്, ദെൻ ഒരു പോയിന്റ് ചാർജ് കാരണമുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് എങ്ങനെയാണ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫേസും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന റിലേഷൻ, ലൈക്ക് അവർ ഏത് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാകുക, ഓഫ് കോഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, സോ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വേറെ ഒരു കാര്യം, ഇക്വിപൊട്ടൻഷ്യൽ സർഫേസുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ തന്നിട്ട് ഫീൽഡ് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് ചോദിക്കുന്ന ഏരിയയും അതിനകത്തുണ്ട്. സോ അതും ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഫൈൻ. പിന്നീട് നമ്മൾ പറയുന്നത് മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പാത്തുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ തന്നെ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരാം. ഡീവിയേഷൻ തന്നിട്ട് അതിന് സർ ക്വസ്റ്റ്യൻസ് ഉണ്ട് മോനെ, ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഇക്വേഷൻസ് ഒന്ന് പറഞ്ഞോട്ടെ. അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്താ പറയുക, എൻട്രി ചെയ്യുന്ന സ്പീഡിനെ കുറിച്ചും അതുപോലെ തന്നെ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഡയറക്ഷൻ, അതുപോലെ തന്നെ എക്സിറ്റ് ചെയ്യുന്ന സമയത്തെ സ്പീഡ്, ഇങ്ങനെയുള്ള പല പല ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഫൈൻ. അതുകൊണ്ട് തന്നെ നോക്കിയേ, ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം F=Q/V ആണ്. അതുകൊണ്ട് തന്നെ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും, QE/m എന്ന് വരുന്നുണ്ട്. സോ ആഫ്റ്റർ ടി ടൈം നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, V × A × T എന്നായിരിക്കും. V=A × T എന്ന് വരും. ഫൈൻ. ഇനിയും ഈ പറഞ്ഞിരിക്കുന്ന കേസിൽ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ടേംസിലാണ് തന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുക. എന്തിൻ്റെ ടേംസിൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ടേംസിലാണ് തന്നിരിക്കുന്നത് എങ്കിൽ V=√2 times Q × ΔV/m. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിലേഷനാണ്. മറ്റൊന്നുമല്ല, ഒരു ചാർജ് പാർട്ടിക്കിളിനെ നിങ്ങൾ ΔV പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ ആക്സലേറ്റ് ചെയ്യിച്ചു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്പീഡ് എത്രയാണെന്നും അതുവഴി അതിൻ്റെ കൈനറ്റിക് എനർജി എത്രയാണ് എന്നുള്ള ചോദ്യങ്ങളിലോട്ട് എത്താനായിട്ട് സഹായിക്കുന്ന ഒരു റിലേഷനാണ് ഈ കാണുന്നത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൊമെൻറ്റവുമായിട്ട് ബന്ധപ്പെട്ടത്, ആഫ്റ്റർ ടി ടൈം ഇതിൻ്റെ മൊമെൻറ്റം എന്താണ് എന്ന് കണ്ടുപിടിക്കുന്ന കേസിൽ നിങ്ങൾക്ക് ഈ മാത്തമാറ്റിക്കൽ റിലേഷൻ യൂസ് ചെയ്യാം. എന്ത്, P=m × QE × T/m എന്നുള്ള റിലേഷനിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു എങ്ങനെയാണെന്നുള്ളത്. അടുത്തായിട്ട് വരുന്നത് ഗോസ് തിയറം. ഗോസ് തിയറം പറയുന്നത് മറ്റൊന്നുമല്ല, ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ആയിരിക്കും എന്ന് നമ്മളോട് പറയുന്നുണ്ട്. ആണല്ലോ, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ലാസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് Q/ε0 ആകും. ഒരു ഫേസുമായിട്ട് ബന്ധപ്പെട്ടെന്ന് നിങ്ങൾക്കറിയാം 6 ഫേസ് ഉള്ളതുകൊണ്ട് Q/6 ടൈംസ് ε0 എന്നും വരുന്നുണ്ടായിരിക്കും. പിന്നെ ലാസ്റ്റിൽ നമ്മൾ പറയാനുള്ളത് ആപ്ലിക്കേഷൻ ഓഫ് ഗോസ് തിയറമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഗോസ് തിയറമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫൈനൈറ്റ് ലോങ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. ദാറ്റ് ഈസ് E=1/2πε0 λ/r എന്നുള്ള റിലേഷനും ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു an ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് എന്ന് പറയുമ്പോൾ σ/2πε0 എന്ന റിലേഷനും നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകും. ഫൈൻ. ഇനിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു റിംഗ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് കണക്ട് ചെയ്ത ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അലോങ് ദ ആക്സിസ് എന്തായിരിക്കും എന്നുള്ളൊരു റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് 1/4πε0 x² + a² ⁻² ആണ്. ഇവിടെ നിങ്ങൾ നോക്കണം, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q ടൈംസ് x × x² + a² ⁻³ വരുമ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ Q/x² + a² ⁻² ആണ്. സോ ഇതിനെ കമ്പാരിറ്റീവ് സ്റ്റഡി ആയിട്ട് നിങ്ങൾ വെക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആകും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ. അടുത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ചാർജ്ഡ് സ്പെരിക്കൽ ഷെല്ല് കാരണം നിങ്ങൾക്കറിയാം ഔട്ട്സൈഡ് വരുമ്പോൾ 1/4πε0 Q/r ആകും. ഓൺ ദ സർഫേസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതാണ് 1/4πε0 Q/r². ഓൺ ദ സർഫേസ് എന്ന് പറയുന്നത് 1/4πε0 Q/r ആയിരിക്കും വരുന്നത്. ശരിയാണല്ലോ. ലൈക്ക് ഓൺ ദ സർഫേസ് വരുമ്പോഴത്തേക്കും എഗെയിൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε0 Q/r ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 1/4πε0 Q/r² വരും. ഇനി ഇൻസൈഡ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻസൈഡ് 0 ആകുകയും സർഫേസിൽ വരുമ്പോഴത്തേക്കും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε0 Q/r, അതായത് സർഫേസിൽ ഉണ്ടായിരുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണോ അതിലോട്ട് തന്നെ എത്തുന്നതായിരിക്കും. ഓൾ റൈറ്റ്. നൗ അടുത്ത എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സ്പെരിക്കൽ ഷെൽ ആണ്. ഷെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണം, ഞാനിവിടെ എടുത്തിരിക്കുന്നത് പോയിന്റ് എന്ന് പറയുന്നത് P ആണ്. P എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കുക, Q1 Q2 രണ്ട് ഷെല്ലായിട്ട് വരുന്നത്. ഓക്കെ, Q1 Q2 ആണ് രണ്ട് ചാർജസ് ഉള്ളത്. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എയും ബിയും. സോ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് P എന്ന് പറയുമ്പോഴത്തേക്കും 1/4πε0
Q1 plus Q2 ഡിവൈഡ് ബൈ ആർ വരും. രണ്ടിനും പോയിന്റ് വെളിയിലാണ് നിൽക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ എടുക്കുന്ന പോയിന്റ് എയിൻ്റെയും ബിൻ്റെയും ഇടയ്ക്കാണെങ്കിൽ 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ Q1 ഡിവൈഡ് ബൈ ആർ പ്ലസ് Q2 upon 1 ഡിവൈഡ് ബൈ 4 Q2 ബൈ ബി എന്ന് വരുന്നുണ്ട്. കാരണം എന്താണ്, ഈ പോയിന്റ് അകത്ത് വന്നു. സോ രണ്ടാമത്തെ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ ഷെല്ലിൻ്റെ ഔട്ടർ മോസ്റ്റ് സർഫസിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണോ അത് തന്നെ ആയിരിക്കും വരുന്നത്, ഇൻസൈഡ് ആയിട്ടും വരുന്നത്. അടുത്തത് ഏറ്റവും അവസാനം ലൈക്ക് ഇൻസൈഡ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കിക്കേ, അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ Q ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ ഇൻറ്റു എ പ്ലസ് 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ Q2 അപ്പോൺ ബി എന്ന് പറയുന്നുണ്ട്. അതായത് രണ്ടിൻ്റെയും ലൈക്ക് ഇന്നർ സർഫേസിൻ്റെയും ഔട്ടർ സർഫേസിൻ്റെയും വാല്യൂ അതിൻ്റെ സമ്മേഷൻ ആയിരിക്കും എന്ത് ഇൻസൈഡ് പോയിന്റിൽ വരിക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റാണ്. ക്വസ്റ്റ്യൻസ് ഇതിനെ വെച്ചിട്ടും ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ഫൈനലി പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ് ആണ്. സിസ്റ്റം ഓഫ് ചാർജസിന് നിങ്ങൾക്കറിയാം 1 2 3 എന്നുള്ളൊരു 3 ചാർജ് ഉള്ളൊരു സിസ്റ്റത്തിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1 to 2 2 to 3 as well as 1 to 2 1 to 3 as well as 2 to 3 എന്നുള്ളൊരു കോമ്പിനേഷൻ ആയിരിക്കും നമ്മൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്ത് പോകേണ്ടത്. സോ അതുകൊണ്ട് തന്നെ 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട് ഇൻറ്റു അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ 1 2 1 3 കോമ്പിനേഷൻ അതുപോലെ തന്നെ 2 3 കോമ്പിനേഷനിലോട്ടായിരിക്കും നിങ്ങൾ എത്തിക്കേണ്ടത്. അതാണ് ഈ മാത്തമാറ്റിക്കൽ റിലേഷൻ ഇവിടെ കാണുന്നതും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഫൈൻ. അടുത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതായത് 2 ചാർജ് പാർട്ടിക്കിൾസ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഈ 2 ചാർജ് പാർട്ടിക്കിൾ നമ്മൾ എവിടെ വെച്ചിരിക്കുന്നു, ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ചിരിക്കുന്നു. ആ എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ചിരിക്കുന്നു. അതിനകത്ത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് നമ്പർ 1 എന്ന് പറയുന്നത് VR1 അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് VR2 ആണ്. മനസ്സിലാകുന്നുണ്ടല്ലോ. അതായത് ഇത് പോയിന്റ് നമ്പർ 1ലെ ഇലക്ട്രിക് പൊട്ടൻഷ്യലും പോയിന്റ് നമ്പർ 2ലെ ഇലക്ട്രിക് പൊട്ടൻഷ്യലും ആണ്. അതുപോലെ തന്നെ നമ്മൾ 2 ചാർജസ് കൊണ്ടുവരുന്നു, അതായത് Q1 ഉം Q2 ഉം. സോ Q1 ഇരിക്കുമ്പോൾ അത് കാരണം ലൈക്ക് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എൻറ്റയർ സെറ്റപ്പ് എങ്ങനെയാണുള്ളത്, ഒരു എക്സ്റ്റേണൽ ഫീൽഡിലാണുള്ളത്. ശരിയല്ലേ, ഒരു എക്സ്റ്റേണൽ ഫീൽഡിലാണുള്ളത് 1 2. ഫൈൻ. സോ ഈ Q1 ചാർജ് ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണോ അതാണ് Q1 × VR1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഇൻഡിവിജ്വലി കൊടുന്നു. രണ്ടാമത്തെ ചാർജ് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതുന്നു, Q2 × VR2 എന്ന് എഴുതുന്നു. ഇത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പൊസിഷനും VR1 എന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ദിസ് പർട്ടിക്കുലർ പൊസിഷനുമാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനിയും ഇതിൻ്റെ കൂടെ എന്തുകൊണ്ടും ചെയ്യണം, ഇവർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനും കൺസിഡർ ചെയ്യുമ്പോൾ അതുകൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് തോന്നുന്നു, Q1 × VR1 പ്ലസ് Q2 × VR2. ഓൾ റൈറ്റ്, VR2 എന്ന് പറയുന്ന സഫിക്സ് ആണ്. ഓൾ റൈറ്റ്, പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട് ടൈംസ് Q1 Q2 ഡിവൈഡഡ് ബൈ R12 എന്നിവിടെ വരും. സോ ഇതായിരിക്കും ഇതിൻ്റെ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കും ടോട്ടൽ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതും. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ലൈക്ക് ലാസ്റ്റ് ഇയറിൽ ചോദിച്ചിരുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഫൈൻ. സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ, ആ ഒരു കാര്യം പറയുമ്പോഴാണ് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്. ഇലക്ട്രിക് ഫീൽഡ് അതുപോലെ തന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പറയുമ്പം ആക്സിയൽ ലൈനും ഇക്വറ്റോറിയൽ ലൈനും നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റും. സോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 2PR അപ്പോൾ R² - A² വരുമ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ P ഡിവൈഡഡ് ബൈ R² - A² എന്ന റിലേഷൻ വരും. മനസ്സിലാകുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇക്വറ്റോറിയൽ ലൈൻ വരുമ്പോഴത്തേക്കും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നിങ്ങൾക്കെല്ലാം അറിയാം 0 ആയി പോകുമ്പോൾ ആക്സിയൽ ലൈനിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ P ഡിവൈഡ് ബൈ R² പ്ലസ് A² റേസ് ടു 3/2 ആണ് വരുന്നത്. ഓക്കെ. സോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആക്സിയൽ ലൈനിലെയും ഇക്വറ്റോറിയൽ ലൈനിലെയും ഇലക്ട്രിക് ഫീൽഡ് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണോ അതിൻ്റെ ഹാഫ് ആയിരിക്കും ഇക്വറ്റോറിയൽ ലൈനിലോട്ട് വരുമ്പോൾ എന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഡൈപോൾ എന്ന് പറയുന്നത് മൈനസ് ഓഫ് PE കോസിറ്റി ആണെന്നുള്ള റിലേഷൻ അറ്റ് എനി റാൻഡം ആംഗിൾ തീറ്റ. അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. പിന്നെ ടോർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ടോർക്ക് എന്ന് പറയുന്നത് P × E ആണ്, അതായത് PE സൈൻ തീറ്റ എന്നുള്ളൊരു കാര്യം. പിന്നെ ഡയലക്ട്രിക് ഇൻസേർട്ട് ചെയ്യുന്ന കേസിൽ 2024 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഡയലക്ട്രിക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E0/K ആയിട്ട് കുറയും ന്യൂ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ബന്ധപ്പെട്ട ലൈക്ക് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഡ്യൂ ടു ആൻ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് അതുമായിട്ട് കണക്ട് ചെയ്യുന്ന കേസ് നമ്മൾ പറയുമ്പോൾ എന്ത് പറയുന്നു, ഡൈപോൾ മൊമെൻറ്റ് P = ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ക്യാപിറ്റൽ E എന്നും അതുപോലെ തന്നെ ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റിയും ഡയലക്ട്രിക് കോൺസ്റ്റന്റുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ 5/6K. ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്ത് കളയരുത്. അടുത്തത് നമ്മൾ കപ്പാസിറ്ററിലോട്ട് വരുമ്പോൾ കപ്പാസിറ്റൻസ് ഡ്യൂ ടു ആൻ ഐസൊലേറ്റഡ് കപ്പാസിറ്റർ നിങ്ങൾക്കെല്ലാം അറിയാം C = 4 π epsilon ടൈംസ് K ഇൻറ്റു
R എന്ന റിലേഷൻ വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേഡിയസ്. ഇനി ഒരു സിലിണ്ടറിക്കൽ കപ്പാസിറ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് Q ഡിവൈഡ് ബൈ 4 എപ്സിലോൺ നോട്ട് 1 ഡിവൈഡ് ബൈ A മൈനസ് 1 ഡിവൈഡഡ് ബൈ B എന്ന് വരുമ്പോൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 4 എപ്സിലോൺ നോട്ട് ഇൻറ്റു AB ഡിവൈഡഡ് ബൈ B മൈനസ് A എന്ന റിലേഷനാണ് എന്തിന് സിലിണ്ടറിക്കൽ കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്തുള്ളത്. ഇനി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പറയുമ്പോൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എപ്സിലോൺ നോട്ട് AK ബൈ D എന്നുള്ളത് എന്ത് വരുന്നുണ്ട്, ഡയലക്റ്റിക് ഉള്ളപ്പോഴും ഡയലക്റ്റിക് ഇല്ലാത്തപ്പോൾ എപ്സിലോൺ നോട്ട് A ബൈ D എന്നുള്ള റിലേഷനിലോട്ട് എത്തുമ്പോൾ നമ്മളൊരു മീഡിയം ഒരു ഡയലക്റ്റിക് കോൺസ്റ്റൻറ്റ് K ഉള്ള തിക്നെസ് T ഉള്ള ഒരു മീഡിയം ഇൻസെർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ കപ്പാസിറ്റൻസ് C ഈക്വൽ ടു എപ്സിലോൺ നോട്ട് AK ഡിവൈഡ് ബൈ D മൈനസ് T അപ്പോൾ T ബൈ K എന്ന റിലേഷനിലോട്ട് കാര്യങ്ങൾ മാറുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അടുത്തതായിട്ട് പറയുന്നത് എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ആണ്, വിച്ച് ഈസ് ഹാഫ് ഓഫ് CV² എന്നുള്ള ജനറൽ എക്സ്പ്രഷൻ അതിനകത്തുണ്ട്. എനർജി ഡെൻസിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഹാഫ് ഓഫ് എപ്സിലോൺ നോട്ട് ഇൻറ്റു E² എന്നുള്ള റിലേഷനാണ് അവിടെയുള്ളത്. പിന്നെ റീഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റീഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്, കോമൺ പൊട്ടൻഷ്യലും അതുപോലെ തന്നെ എനർജി ലോസും. കോമൺ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് C1 V1 പ്ലസ് C2 V2 upon C1 plus C2 വരുമ്പോൾ എനർജി ലോസുമായിട്ട് ബന്ധപ്പെട്ടത് ഹാഫ് ഓഫ് C1 C2 ഇൻറ്റു V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ C1 പ്ലസ് C2. ഈ വർഷം 2024 ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ഒരു കാരണവശാലും അത് മിസ് ചെയ്യരുത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് എല്ലാം ക്ലിയർ ആണല്ലോ മക്കളെ. ക്വസ്റ്റ്യൻസിലോട്ട് പോവുകയാണ്. എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ ആക്റ്റീവ് ആവണേ പ്ലീസ്. ഇക്വേഷൻസ് എല്ലാം ക്ലിയർ അല്ലേ ഇതുമായിട്ട് ബന്ധപ്പെട്ടത്? പെട്ടെന്ന് ഞാനൊരു ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഇക്വേഷൻസും പറഞ്ഞിരുന്നു. സോ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞ് എല്ലാം ഓക്കെ ആണോ? പെട്ടെന്ന് വേണം. ഓക്കെ, ഹെൻറി, അഭി, ജീന, ഓൾ റൈറ്റ്. സോ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞല്ലോ ഡയലക്റ്റിക് കോൺസ്റ്റന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു. സോ ഇത് നമ്മളോട് പറയുന്നത് ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ് Q1 ആൻഡ് Q2 പ്ലേസ്ഡ് അറ്റ് R centimeter apart, the force between them when placed in a medium having dielectric constant, okay, dielectric constant K equal to 5 and at a distance of R by 5 എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എക്സാക്ട്ലി അങ്ങനെയാണ് എങ്കിൽ നമ്മളോട് just a minute. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. സോ ഇതാണ് മക്കളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞത്, നമ്മുടെ കയ്യിൽ രണ്ട് ചാർജസ് തന്നിട്ടുണ്ട് Q1ഉം Q2ഉം. ഓക്കെ, നൗ ദേ ആർ പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് R apart. ഫോഴ്സ് ബിറ്റ്വീൻ ദം വെൻ പ്ലേസ്ഡ് ഇൻ എ മീഡിയം ഹാവിംഗ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K equal to 5 ആൻഡ് ഡിസ്റ്റൻസ് R by 5 എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. ഓൺലൈൻ ഫൈൻ. സോ നിങ്ങൾ അറിഞ്ഞിരിക്കുക, രണ്ട് ചാർജസ് ഉണ്ട് Q1ഉം Q2. സോ ഇവർ നമ്മളുടെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 / 4 epsilon naught Q1 Q2 divided by R square ആണല്ലോ.
ഇനി ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു മീഡിയം കയറി വന്നിട്ടുണ്ട് അല്ലേ, ശരിയല്ലേ, മീഡിയം പുതിയതായിട്ട് വരുന്നുണ്ട്. സോ അവിടെ സംഭവിക്കുന്നത് 1/4πε0 എന്നതിന് പകരം 1/4πε0 ഇൻറ്റു എപ്സിലോൺ ആർ കയറി വരും, ലൈക്ക് ആണല്ലോ. സോ 1/4πε0 ഇൻറ്റു എപ്സിലോൺ ആർ, എപ്സിലോൺ കയറി വരുന്നുണ്ട് അല്ലേ. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തായി മക്കളെ, ഇവിടെ ഒരു 5 ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, Q1 Q2 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, R/5 ആയിട്ട് മാറിയിട്ടുണ്ട് ആണല്ലോ. സോ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് 25 മുകളിൽ പോകും. സോ 25/5 വെച്ചിട്ട് കട്ടാകുമ്പോഴത്തേക്ക് എന്തുണ്ടാവും, 5 എന്നായിരിക്കും. സോ ന്യൂ ഫോഴ്സ് F' എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 5 ടൈംസ് F എന്ന് പറയും. ഞാൻ ആ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് തന്നെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഡയലക്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമായിരുന്നു അത്. 2 മക്കളെ നോക്കിക്കേ, ഇത് ഗോസ് തിയറമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു. ചോദ്യം ഇതാണ്, 2 ചാർജസ് 5Q ആൻഡ് -2Q ആർ സിറ്റുവേറ്റഡ് അറ്റ് എ പോയിന്റ് 3A0 ആൻഡ് -5A0 റെസ്പെക്റ്റീവ്ലി. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സ്പിയർ ഓഫ് റേഡിയസ് 4A എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഇതാണ് നമ്മൾ 0 ആയിട്ട് എടുക്കുന്നത്. A, 2A, 3A ആൻഡ് 4A. A, 2A, 3A ആൻഡ് 4A ആണല്ലോ. അതുപോലെ തന്നെ A, 2A, 3A, 4A ആൻഡ് 5A മനസ്സിലാകുന്നുണ്ടല്ലോ. -A, -2A, -3A, -4A ആൻഡ് -5A. ഇനിയും ഒന്നാമത്തെ ചാർജ് ഇരിക്കുന്നത് എത്രയാണ്, 5Q ആണല്ലേ. ദാറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എത്ര മക്കളെ, 5Q ആണ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3Aയും. രണ്ടാമത്തെ ചാർജ് ഉള്ളത് -2Q ആണ്, ദാറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് -5Aയും ആണല്ലോ. ഫൈൻ. ഇനി നമ്മളോട് ചോദിച്ചിരുന്നതാണ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ സ്പിയർ ഓഫ് റേഡിയസ് 4A ആണെന്ന് പറയുന്നത്. സോ 4A എന്നുള്ള ആ ഒരു സ്പിയർ നമ്മൾ എടുക്കുമ്പോൾ മക്കൾ നോക്കണം, ഈ 4A എന്ന് പറഞ്ഞ സ്പിയർ ഞാൻ എടുക്കുന്നത് ഇങ്ങനെയാണ്, കണ്ടോ, ഇതാണ് നമ്മൾ ഈ 4A എന്ന് പറഞ്ഞ സ്പിയർ ഞാൻ എടുത്തത്. സോ 4A എന്ന് പറഞ്ഞ സ്പിയർ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഈ -2Q എന്ന് പറഞ്ഞ ചാർജ് എവിടെ കിടക്കുന്നു, വെളിയിൽ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഗോസ് തിയറം പറയുന്നതനുസരിച്ച് ദ ഫ്ലക്സ് അസോസിയേറ്റഡ് ടു ദിസ് പർട്ടിക്കുലർ ഗോസിയൻ സർഫസ് മസ്റ്റ് ബി ബിക്കോസ് ഓഫ് ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് ആയിരിക്കണ്ടേ. അങ്ങനെ ഒരു എന്തെങ്കിലും ഇവിടെ ചാർജ് എൻക്ലോസ്ഡ് എത്രയാണ്, 5Q ആയിട്ട് മാത്രമാണുള്ളത്. സോ ഫ്ലക്സ് എന്ന് പറയുന്നത് എത്ര വരും മക്കളെ, 5 = 1/ε0 ടൈംസ് ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് എത്ര വന്നു, 5 ടൈംസ് Q എന്ന് പറഞ്ഞു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് നമ്മൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. നോറീൻ യെസ് ഹജീസ് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ജീന മനാഫ് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നോറീൻ കറക്റ്റ് ആൻസറിലോട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. നമ്മൾ ഇക്വേഷൻസ് എല്ലാം പറഞ്ഞു പോയി, അതിനെ കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾക്കുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് സ്മോൾ ലെറ്റർ ആർ. ഞാൻ കുറച്ച് മുമ്പ് അങ്ങോട്ട് പറഞ്ഞു വെച്ചുള്ളൂ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും പ്രൊപ്പോർഷണൽ ടു 1/r³ വരുന്നു അല്ലേ, ആണല്ലോ, ശരിയല്ലേ മക്കളെ. ഡൈപോളിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണ് വരുന്നത്, V പ്രൊപ്പോർഷണൽ ടു 1/r² ആയിരിക്കും വരുന്നത്. ആക്സിയൽ ലൈനിലെയും ഇക്വറ്റോറിയൽ ലൈനിലെയും കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോയത്, മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫൈൻ. അടുത്ത പറയുന്നത് മക്കളെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദ സർഫേസ് ഓഫ് ആൻ ആറ്റോമിക് ന്യൂക്ലിയസ് ഓഫ് Z = 50 ഓഫ് റേഡിയസ് 9 × 10⁻³ സെൻറ്റിമീറ്റർ എത്രയാണെന്നാണ്. പോയിന്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. മോനെ ഹെൻറി, ഇത് ഡൈപോളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കുഞ്ഞ് ചാർജുമായിട്ട് ബന്ധപ്പെട്ടതല്ലായിരുന്നു. പോയിന്റ് ചാർജുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നെങ്കിൽ ഹെൻറി പറഞ്ഞ ആൻസർ വളരെ കറക്റ്റ് ആയിരുന്നു. പക്ഷേ ഇത് ഡൈപോളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഡൈപോളിനകത്ത് R എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷനിൽ മാത്രമല്ല, ഡൈപോൾ മൊമെൻറ്റ് കാൽക്കുലേഷനകത്ത് വരുന്നുണ്ട് മോനെ. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു എന്താ പറയുക മിസ്റ്റേക്ക് വരുത്താതിരിക്കുക കേട്ടോ. ഫൈൻ. ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദ സർഫേസ് ഓഫ് ആൻ ആറ്റോമിക് ന്യൂക്ലിയസ്, Z-ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. റേഡിയസ് എന്ന് പറയുന്നത് 9 × 10⁻³ സെൻറ്റിമീറ്റർ ആണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ എത്രയാണെന്നാണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജിൻ്റെ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1/4πε0 ടോട്ടൽ ചാർജ് അപ്പോൺ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 6 ആയിട്ട് വരും. സോ ഇവിടെ നമ്മൾക്കറിയാം ഇതെന്ന് പറയുന്നത് 9 × 10⁻9, 1/4πε0ൻ്റെ വാല്യൂ 9 × 10⁻9 എന്ന് എഴുതി. ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 50 ടൈംസ് 1.6 × 10⁻19 വരണം, കാരണം അത്രയും പാർട്ടിക്കിൾസ് അതിനകത്തുണ്ട്. ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് 9 × 10⁻13 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ എനിക്കിവിടെ 10⁻2 കൂടെ ഇടേണ്ടി വരും. സോ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും മക്കളെ, ഇതും കട്ടായി പോകും. ഇതിനെ നമുക്കറിയാം, ഇതിനെ ലൈക്ക് 0.8/2 വരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് 8 × 10⁻6 എന്നുള്ള ആൻസറിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ സർ, മിസ്റ്റേക്ക് നോട്ടഡ്. താങ്ക് യു മോനെ, താങ്ക് യു. പക്ഷേ മോൻ ഹെൻറി പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഓക്കെ, പോയിന്റ് ചാർജ്
പോയിന്റ് ചാർജിൻ്റെ അതേ കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷേ നമ്മൾ ചോദിച്ചിരിക്കുന്ന ആറ്റോമിക് ന്യൂക്ലിയസിൻ്റെ ഔട്ടർ സർഫേസിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയാണ് എന്നുള്ളൊരു ചോദ്യമായിരുന്നു. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇലക്ട്രിക് സർക്യൂട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഇലക്ട്രിക് സർക്യൂട്ടിനകത്ത് ഈ കപ്പാസിറ്ററിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജി എത്രയാണെന്നുള്ളൊരു ചോദ്യമാണ്. നിങ്ങളപ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനകത്തൂടെ ഇതിനകത്തൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യത്തില്ല. അതായത് R1-നകത്തൂടെയും R2-ൻ്റെ അകത്തൂടെയും R3-ൻ്റെ അകത്തൂടെ ഒന്നും എന്തുണ്ടാവില്ല, കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ശരിയല്ലേ? സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ കപ്പാസിറ്റർ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ നിൽക്കും, ആണല്ലോ? ഫൈൻ. സോ ആ ഒരു കണ്ടീഷനകത്ത് നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിക്കുക മക്കളെ, ഇതിങ്ങനെ ആയിരിക്കും നിൽക്കുക. ഫൈൻ. ഇതിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു. So what we need to do is we are going to have the setup like this. ഇത് കണ്ടോ, ഇതിനകത്തൂടെ കറണ്ട് ഉണ്ടാവില്ല. ഈ പറയുന്ന R1, R2 അതുപോലെ തന്നെ R3-കകത്ത് R2-നകത്ത് എന്തുപോലുള്ള കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവില്ല. ശരിയല്ലേ? കാരണം ഇതെന്തായിട്ട് പോയി, ഓപ്പൺ ആയിട്ട് പോയി. ശരിയല്ലേ മക്കളെ? ഫൈൻ. സോ ഇത് ഓപ്പൺ ആയിട്ട് പോയി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതിനെ ഇങ്ങനെ റീഡ്രോ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതാണ് നമ്മുടെ കപ്പാസിറ്റർ ഇവിടെ ഉള്ളത്. ഫൈൻ. അതിനുശേഷം ഇതിങ്ങനെ ഉണ്ട്. സോ റീഡ്രോ ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്പൺ ആയിട്ടല്ലേ നിൽക്കുന്നത്. സോ ഓപ്പൺ ആയിട്ട് നിൽക്കുമ്പം ഇത് ലൈക്ക് ദിസ് ഈസ് ഗോയിങ് ടു ബി ഇൻ ദിസ് മാനർ ഓൺലി. ക്ലിയർ ആണല്ലോ? ശരിയല്ല മക്കളെ? സോ അപ്പോൾ നമ്മൾ നോക്കുക, ഈ പറയുന്ന 10 വോൾട്ട് എന്ന് പറയുന്ന 10 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. സോ ഈ കറണ്ട് ഇതുവഴിയാണ് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്തു പോകുന്നത്. ശരിയല്ലേ? സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന 10 മൈക്രോ, ഇവിടെ നമ്മൾക്ക് ഈ തന്നിരിക്കുന്ന കപ്പാസിറ്റർ എന്ന് പറയുന്നത് എത്രയാണ്, 10 മൈക്രോ ഫാരഡ് ആണ് എന്ത് ഇതിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ശരിയല്ലേ? സോ ഈ 10 വോൾട്ടിൽ നിങ്ങൾ നോക്കിക്കുക, ടോട്ടൽ റെസിസ്റ്റൻസ് പറയുന്നത് 4 ആണ്, ഇത് 6 ആണ്. സോ ടോട്ടൽ റെസിസ്റ്റൻസ് 10 ആയി. ശരിയല്ലേ മക്കളെ? കറണ്ട് എന്താ സർ ഇല്ലാതിരുന്നേ? കറണ്ട് എന്താണ് ഇല്ലാതിരുന്നതെന്നോ പറഞ്ഞു തരാം. ഇത് സ്റ്റഡി സ്റ്റേറ്റ് ആണ്. സ്റ്റഡി സ്റ്റേറ്റിനകത്ത് ഇത് ഫുള്ളി ചാർജ് ആയതിനു ശേഷം ഇത് ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. സോ ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സർക്യൂട്ടിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഇത് ഇങ്ങനെയാണ്. മനസ്സിലാകുന്നുണ്ടോ? സോ വിച്ച് മീൻസ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഈ ഡയറക്ഷനിൽ മാത്രമായിരിക്കും. ഇത് 6, ഇത് 4, 10. വിച്ച് മീൻസ് ടോട്ടൽ ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയായിരിക്കും? 1 ആംപിയർ ആയിരിക്കും. എത്രയായിരിക്കും? 1 ആംപിയർ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് എത്ര വരും? ഇതിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് 6 വോൾട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 4 വോൾട്ടും വരും. സോ ഇതിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്താണോ അത് തന്നെയാണ് ഇതിൻ്റെ അക്രോസ് വരാൻ പോകുന്നത്. ആർക്ക് അക്രോസ് വരാൻ പോകുന്നത്? കപ്പാസിറ്ററിൻ്റെ അക്രോസ് വരാൻ പോകുന്നത്. സോ കപ്പാസിറ്ററിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എത്ര വന്നു? 6 വോൾട്ട് വന്നു, ആണല്ലോ? ഇനി നമുക്കറിയാം Q = CV ആണ് വരുന്നത്. C എന്ന് പറയുന്നത് എത്രയാണ്? 10 മൈക്രോ, 10 × 10⁻⁻6 ഇൻറ്റു ഇവിടെ എത്രയാണ് മക്കളെ? വോൾട്ടേജ് എന്ന് പറയുന്നത് 6 വോൾട്ട് ആണ്. സോ ആൻസർ എത്ര വന്നു? 60 മൈക്രോ കൂളും എന്ന ആൻസറിലോട്ട് വന്നു. മനസ്സിലായി എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഫൈൻ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് പോവുകയാണ്. ദാറ്റ് ഈസ് കറണ്ട് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ പെട്ടെന്ന് എല്ലാ ഇക്വേഷൻസും പറഞ്ഞ് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ 180 അല്ലേ ഒന്നും? അതെങ്ങനെയാണ് 180 വരുന്നത്? 60 അല്ലേ കുഞ്ഞ് വരുന്നത്? ഇവിടെ 6 വോൾട്ടും ഇവിടെ 4 വോൾട്ടും ആണ് വരുന്നത്. അനന്തു ഇങ്ങനെയാണ് വരിക കേട്ടോ. ഫൈൻ. അടുത്തത് കറണ്ട് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററിൻ്റെ പെട്ടെന്ന് ഇക്വേഷൻസ് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ, കാരണം ഞാൻ പറഞ്ഞല്ലോ ലൈക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എല്ലാ കൺസെപ്റ്റും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. സോ ആദ്യമേ നമ്മൾക്ക് പറയാനുള്ളത് റിലാക്സേഷൻ ടൈമിനെ കുറിച്ചാണ്. അതായത് ഒരു കണ്ടക്ടറിനകത്തൊരു ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ലൈക്ക് റിലാക്സേഷനും അതുപോലെ തന്നെ കൊളീഷനുമായിട്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. ഓം റെസിസ്റ്ററിന് 5 ഓം റെസിസ്റ്ററിനെ നോക്കണ്ടേ? 5 ഓം റെസിസ്റ്ററിനെ നോക്കണ്ടേന്നോ മോനെ? 5 ഓം റെസിസ്റ്ററിനകത്തൂടെ കറണ്ട് വരുന്നില്ലടാ. സോ 5 ഓം റെസിസ്റ്ററിനകത്തൂടെ കറണ്ട് വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുള്ളൂ. സോ ഇങ്ങനൊരു സാധനം ഇവിടെ എക്സിസ്റ്റ് ചെയ്യത്തില്ല. കാരണം അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിലേ നമുക്ക് അതിൻ്റെ ഡ്രോപ്പ് നോക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഓക്കെ. സോ ഇവിടെ ആദ്യമേ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് റിലാക്സേഷൻ ടൈം എന്താണെന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, മീൻ ഫ്രീ പാത്ത് അപ്പോൺ ആവറേജ് സ്പീഡ് ആയിരിക്കും, റൂട്ട് മീൻ സ്ക്വയർ പീസ് അല്ലെങ്കിൽ RMS സ്പീഡ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈം പറയുന്നത്. ഡ്രിഫ്റ്റ് വെലോസിറ്റി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ E, ക്യാപിറ്റൽ E,
ഇൻറ്റു ടോ ടൈംസ് എം ആണ്, വേർ ഇ ഈസ് ചാർജ് ഓഫ് ഇലക്ട്രോണും ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് എനർജി ആണെന്ന് തോന്നുന്നു. വോൾട്ടേജ് കിട്ടും മനസ്സിലായില്ല എന്താണ് എന്നുള്ളത് കേട്ടോ. ഇല്ല മോനെ, കപ്പാസിറ്ററിൻ്റെ എക്രോസ് നമ്മൾ വോൾട്ടേജ് കണ്ടുപിടിക്കുമ്പോൾ പൊട്ടൻഷ്യൽ ഡ്രോപ്പ്, കപ്പാസിറ്ററിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എത്രയാണെന്നുള്ളത് നോക്കേണ്ടത്. സോ ആ റെസിസ്റ്ററിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. സോ അതിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ അക്രോസ് ഡ്രോപ്പ് ഇല്ല. സോ വിച്ച് മീൻസ് ഡ്രോപ്പ് അക്രോസ് 6 ohm resistance only need to be considered while calculating the potential drop across what. കാരണം അതിനകത്തൂടെ കറണ്ട് ഉണ്ടെങ്കിലല്ലേ അതിൻ്റെ ഡ്രോപ്പ് ഉണ്ടാകത്തുള്ളൂ. അതിനകത്തൂടെ കറണ്ട് വരുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഡ്രോപ്പ് എടുക്കണ്ട. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നതിനകത്ത് ഈസ് ക്യാപിറ്റൽ ഇ ഇൻറ്റു സ്മോളർ ടി ടോ ബൈ എം, വേർ ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡും ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോണും ടോ എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈമും എം എന്ന് പറയുന്നത് മാസുമാണ്. അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടുമായിട്ടുള്ള റിലേഷൻ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷനാണ് ഐ ഇസ് ഈക്വൽ ടു എൻ എ വി ഡി ഇൻറ്റു ഇ. ആ ഒരു റിലേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ ആണ്. മൊബിലിറ്റി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി അറ്റ് പെർ യൂണിറ്റ് വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. മൊബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. മൊബിലിറ്റി ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈഡ് വിച്ച് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് ഇ ടോ ബൈ എം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് മൊബിലിറ്റി എന്ന് പറയുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് ഫീൽഡ് തന്നാലും നമ്മൾക്ക് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ റിലാക്സേഷൻ ടൈമും മാസും ചാർജ് ഓഫ് ഇലക്ട്രോണും തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾക്ക് മൊബിലിറ്റി കണ്ടുപിടിക്കാം എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകരുത്. അതുപോലെ തന്നെ മൊബിലിറ്റിൻ്റെ ഡയമെൻഷൻ ഫോർമുല അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ക്വസ്റ്റ്യൻസ് വളരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഓംസ് ലോയുമായിട്ട് ബേസിക് ഫോർമുല നിങ്ങൾക്കറിയാം, വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്നുള്ള റിലേഷനാണ് നമ്മൾ ഓംസ് ലോയുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനകത്ത് തന്നെ റെസിസ്റ്റൻസ് ആർ എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഒരു കാരണവശാലും നിങ്ങൾ മറന്നു പോകരുത്. ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു റോ എൽ ഡിവൈഡഡ് ബൈ എ എന്ന് വരും. സോ അവിടെ തന്നെ നിങ്ങൾക്ക് റോയിൻ്റെ റിലേഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. റോ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ, എം ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു ഇ സ്ക്വയർ ടൈംസ് ടോ. അതായത് റോ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നെ ഡിപ്പെൻഡ് ചെയ്യുമെന്നും എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യും ടോയിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഒരു കാരണവശാലും ഇവിടെ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഓമിക് കണ്ടക്ടേഴ്സിൻ്റെയും നോൺ ഓമിക് കണ്ടക്ടേഴ്സിൻ്റെയും ഗ്രാഫിക്കൽ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. സ്ട്രെയിറ്റ് ആയിട്ടുള്ളതെല്ലാം ഓമിക്കും സ്ട്രെയിറ്റ് അല്ലാത്തത് വരുന്നത് നോൺ ഓമിക്കും ആയിരിക്കും. അതായത് ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇലക്ട്രിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന റോ എൽ ബൈ ഓൾറെഡി ഞാനിവിടെ പറഞ്ഞു. ഇതും ലെങ്ത്തുമായിട്ടും അതുപോലെ തന്നെ റേഡിയസുമായിട്ട് കണക്ട് ചെയ്യുന്ന റിലേഷൻ R1/R2 എന്ന് പറയുന്നത് L1/L2 ഹോൾ സ്ക്വയർ വരുമ്പോൾ R1/R2 എന്നത് R2 ഡിവൈഡ് ബൈ R1 റേസ് ടു പവർ 4 ആണ് എന്നുള്ളൊരു കാര്യം ഒരു കാരണവശാലും നിങ്ങൾ മറക്കരുത്. റെസിസ്റ്റിവിറ്റീൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുല ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞിരുന്നു. റോ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എൻ ടൈംസ് ഇ സ്ക്വയർ ബൈ ടോ എന്നുള്ള റിലേഷൻ വരുന്നുണ്ട്. റെസിസ്റ്റിവിറ്റി ഐ റിപ്പീറ്റ്, റോ ഈക്വൽ ടു എം ഡിവൈഡ് ബൈ എൻ ഇ സ്ക്വയർ ബൈ ടോ. ഇതിനകത്ത് എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ആണ്. അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റിയുമായിട്ട് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ് എന്താണ് എന്നുള്ള ചോദ്യത്തിനകത്ത് റോ ഓഫ് ടി, അതായത് സ്പെസിഫിക് റെസിസ്റ്റൻസ് at any temperature T is equal to specific resistance any temperature T is equal to specific resistance at 0 temperature plus 1 into alpha times T എന്നാണ്. ടി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, 0-ൽ നിന്നിട്ടും ടി എന്ന ടെമ്പറേച്ചറിലോട്ടുള്ള റൈസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ആ ഒരു റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും മറക്കരുത്. സീരീസ് കോമ്പിനേഷൻ പാരലൽ കോമ്പിനേഷൻ വളരെ ക്ലിയർ ആയിട്ട് കാര്യമാണ്. ആ സീരീസ് എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യണമെന്നും പാരലൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് റെസിപ്രോക്കലാണ് ആഡ് ചെയ്യേണ്ടതെന്നും നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ എൻ നമ്പർ ഓഫ് റെസിസ്റ്റൻസിനെ കട്ട് ചെയ്തതിന് ശേഷം സീരീസ് ആയിട്ട് പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2024 അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ എപ്പോഴും നമ്മളോട് ചോദിക്കുന്നതാണ് ഒരു എന്താ പറയുക, ഒരു ക്യൂബിൻ്റെ സ്കെൽട്ടൻ തന്നിട്ട് ആ ഓരോ എഡ്ജസും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത്. ഡയഗണൽ ഓഫ് ദ ക്യൂബ് വരുമ്പോൾ എത്ര വരും മക്കളെ, 5R/6 വരുന്നു ആണല്ലോ. ഡയഗണൽ ഓഫ് ദ ഫേസ് ആണ് വരുന്നതെങ്കിലോ 3R/4 വരുന്നു. എലോങ് ദ സൈഡ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ 7R/12 വരുന്നു. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ കഴിഞ്ഞ 3-4 വർഷത്തിനകത്ത് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിന് മുന്നേ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരുന്ന ഒരു ഏരിയ ആയിരുന്നു അത്. എന്നാലും ഓർത്തിരിക്കുക, വീണ്ടും ഞാനൊന്നുകൂടെ പറയാം. ഒന്നെന്ന് പറയുന്നത് 5R/6, ഐ റിപ്പീറ്റ് 5R/6 അതാണ് ഡയഗണലിൽ നമ്മൾ എടുക്കുമ്പോൾ ഡയഗണൽ ഓഫ് ദ ക്യൂബ്. ഡയഗണൽ ഓഫ് ദ ഫേസ് ആയിട്ട് എടുക്കുമ്പോൾ 3R/4 ആണ് വരുന്നത്. എത്രയാണ്, 3R/4ഉം അതുപോലെ തന്നെ എലോങ് ദ സൈഡ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ 7R/12 ആണ് വരുന്നത്. 5R/6
3r/4 ആൻഡ് 7r/12. ആ ഒരു കാര്യം നിങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്തുകൊണ്ടുള്ള സെല്ലിൻ്റെ അക്രോസ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾക്കെല്ലാം അറിയാം ഇൻഡ്യൂസ്ഡ് EMF E is equal to V is equal to induced potential difference across the cell V is equal to EMF E minus I into R എന്ന് വരും, അല്ലെങ്കിൽ EMF is equal to V plus I into R. ഇതാണ് മക്കളെ ഡിസ്ചാർജിൻ്റെ കേസ് വരുന്നത്. ഇനി ചാർജിൻ്റെ കേസ് ആണെങ്കിൽ V is equal to E plus I into R ആയിരിക്കും വരുന്നത്. സോ ഇതെന്ന് പറയുന്നത് ഡിസ്ചാർജിങ്ങിൻ്റെ കേസും അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, ചാർജിങ്ങിൻ്റെ കേസുമായിരിക്കും. അത് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഓൾ റൈറ്റ്, ഫൈൻ. ഇനിയും അടുത്തത് ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ് ആണ്. ഗ്രൂപ്പിംഗ് ഓഫ് സെൽസിൻ്റെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം ഐഡൻറ്റിക്കൽ സെൽസ് ആണ് എന്നുണ്ടെങ്കിൽ ഇഫക്റ്റീവ് EMF എന്ന് പറയുന്നത് E1 പ്ലസ് E2 പ്ലസ് എക്സെട്ര അപ് ടു EN ആയിരിക്കും. അതുപോലെ തന്നെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, R1 പ്ലസ് R2 എക്സെട്ര അപ് ടു RN ആയിരിക്കും. ആണല്ലോ, അതായത് സീരീസ് കേസിൽ നമുക്ക് EMF ആഡ് ചെയ്യാം, അതുപോലെ തന്നെ റെസിസ്റ്റൻസും ആഡ് ചെയ്ത് തന്നെ എഴുതാൻ പറ്റും. പാരലലിൻ്റെ കേസിലാകുമ്പോഴത്തേക്കും ഐഡൻറ്റിക്കൽ സെൽസ് ആണെങ്കിൽ EMF എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എത്ര തന്നെയായിരിക്കും, സ്മോൾ ലെറ്റർ E തന്നെയായിട്ട് നിൽക്കും. പക്ഷേ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/R ഈക്വലൻറ്റ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് അങ്ങനെ തന്നെ 1/RN എന്നുള്ളൊരു റിലേഷനിലോട്ട് നിങ്ങൾക്ക് എത്തിക്കേണ്ടതായിട്ട് വരും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യവും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. സോ ഗ്രൂപ്പിംഗ് ഓഫ് സെൽസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. മസ്റ്റായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ പോകണം. അടുത്ത വീസ്റ്റോൺ ബ്രിഡ്ജുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം, അതുപോലെ തന്നെ വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ അറേഞ്ച്മെൻറ്റിനെ കണക്ട് ചെയ്ത് തന്നെ മീറ്റർ ബ്രിഡ്ജിലോട്ട് എത്തിക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ 2024 ഫേസ് 1 ഓൾമോസ്റ്റ് എല്ലാത്തിനകത്തും, അതായത് 1-2 പേപ്പർ വെച്ചിട്ട് ബാക്കി എല്ലാത്തിനകത്തും അതുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻ നിങ്ങൾക്കറിയാം, P/Q = R/S എന്നുള്ള ജനറൽ ഫോമിലാണ് നമ്മൾ ഉപയോഗിച്ചിട്ട് പോകുന്നത്. ഇനി അത് തന്നെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇതിന് നമ്മൾ R/S, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആറും എസും ആണ് നമ്മളിവിടെ ഗ്യാപ്പ് 1ലും ഗ്യാപ്പ് 2ലും കൊടുത്തിരിക്കുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ R/S എന്ന് പറയുന്നത് ആദ്യത്തെ ബാലൻസിംഗ് ലെങ്ത് L1 ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് 100 - L1 എന്നുള്ള റിലേഷൻ എത്തും. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കഴിഞ്ഞ തവണ കുറേ ഉണ്ടായിരുന്നു. സോ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഏരിയ ആണത്. ഇലക്ട്രിക് പവറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. 3 ഫോർമുലയാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. എനർജി ഈസ് ഈക്വൽ ടു V ഇൻറ്റു Q എന്നുള്ളൊരു ഫോർമുല, അതുപോലെ തന്നെ VI ഇൻറ്റു T എന്നുള്ളൊരു ഫോർമുല ഉണ്ട്. I² R ഇൻറ്റു T എന്നുള്ളതുണ്ട്. V² R ഇൻറ്റു T എന്നുള്ളൊരു ഫോർമുല, അതായത് ചാർജിൻ്റെ ടേംസിൽ, കറണ്ടിൻ്റെ വോൾട്ടിൻ്റെ ടേംസിൽ, ഐൻ്റെ ആറിൻ്റെയും ടീൻ്റെയും ടേംസിൽ, വിൻ്റെയും ആറിൻ്റെയും ടീമിൻ്റെയും ടേംസിൽ. ഇതാണ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ എല്ലാം. ഇനി ഡിവൈഡഡ് ബൈ ടൈം വരുമ്പോൾ അത് തന്നെ ഇതേ ഫോർമുല തന്നെ, മാത്തമാറ്റിക്കൽ ഫോർമുല തന്നെ എന്തിലോട്ട് മാറുന്നുണ്ട്, പവറിലോട്ട് മാറുന്നുണ്ട്. സോ നിങ്ങൾ നോക്കിയാൽ ഇലക്ട്രിക് പവറിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ V ഇൻറ്റു I² ഇൻറ്റു R, V² R എന്നുള്ളൊരു 3 ഫോർമുല ഇതിനകത്ത് വരുന്നുണ്ടായിരുന്നു. റെസിസ്റ്റൻസ് കട്ട് ചെയ്തതിന് ശേഷം പാരലായിട്ട് കണക്ട് ചെയ്യുന്നതും എല്ലാം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു ഏരിയ നിങ്ങൾ ഇഗ്നോർ ചെയ്ത് കളയരുത് കേട്ടോ. ഫൈൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലോട്ട് പോകുമ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്: ഇൻ ദ സർക്യൂട്ട് ഗിവൺ ദ കറണ്ട് ഇൻ ദ റെസിസ്റ്റൻസ് ഈസ് ഇൻ R3, അതായത് R3 എന്നുള്ള റെസിസ്റ്ററിനകത്തൂടെ പോകുന്ന കറണ്ട് എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾക്ക് തന്നിരിക്കുന്നത് 10 വോൾട്ട് ആണ് ബാറ്ററി ആണല്ലോ. സോ ഇതിൻ്റെ കോമ്പിനേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 പാരലൽ 4, അതും എത്ര വരും മക്കളെ, 2 വരും, 2 ആണല്ലോ. സോ ഇതെന്ന് പറയുന്നത് 2I, 2 + 2 4, 4 + 1 എത്ര വന്നു, 5 എന്ന് വന്നു. സോ ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 2 ആംപിയർ ആയിരിക്കും. സോ ഈ 2 ആംപിയർ കറണ്ട് ഇതുവഴി വന്നതിന് ശേഷം മുകളിലും 4 താഴെയും 4 ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ആയി പോയി കഴിഞ്ഞാൽ മുകളിലൂടെ എത്ര കയറി പോകും, 2നെ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞു. ഈക്വലി ആണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്, കറണ്ട് ഡിവിഷൻ റൂൾ അനുസരിച്ച് ഈക്വലി ആണ് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. സോ മുകളിലൂടെ 1 ആംപിയറും താഴെയും കൂടെ എത്ര ആയിരിക്കും, 1 ആംപിയർ കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. തിരിച്ചിവിടെ വരുമ്പോഴത്തേക്ക് എത്ര വരും, തിരിച്ചിവിടെ വരുമ്പോൾ വീണ്ടും ഇത് 2 ആംപിയർ ആയിട്ട് ഇതിനകത്തൂടെ ഫ്ലോ ചെയ്ത് പോകുന്നതായിരിക്കും. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ മക്കളെ? അല്ല മോനെ, ഡാർവിൻ 2 അല്ല, ടോട്ടൽ കറണ്ട് ആണ് 2 എന്ന് പറയുന്നത്. ടോട്ടൽ കറണ്ട് ആണ് 2 ആയിട്ട് വരുന്നത്. 2 ആണ് സ്പ്ലിറ്റ് ചെയ്ത് മുകളിലും താഴെയായിട്ട് പോകുന്നത്. ഓൾ റൈറ്റ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നോക്കിയാൽ മക്കളെ, ഇൻ എ മീറ്റർ ബ്രിഡ്ജ് വെൻ എ റെസിസ്റ്റൻസ് ഇൻ ദ ലെഫ്റ്റ് ഗ്യാപ്പ് ഈസ് 2 ohm ആൻഡ് ആൻ അൺനോൺ റെസിസ്റ്റൻസ് ഇൻ ദ റൈറ്റ് ഗ്യാപ്പ്, ദ ബാലൻസ് ലെങ്ത് ഈസ് ഫൗണ്ട് ടു ബി 40 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. എത്രയാണ്, 40 സെൻറ്റിമീറ്റർ. സോ ലെഫ്റ്റ് ഗ്യാപ്പിലുള്ളത് 2ഉം റൈറ്റ് ഗ്യാപ്പിലുള്ളത് അൺനോൺ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സുമാണ്. ഓക്കെ. ഇനി ലെഫ്റ്റിലെ ബാലൻസ് ലെങ്ത് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ റിമൈനിങ് എന്ന് പറയുമ്പോൾ എത്ര വരും, ഇവിടെ 6 എന്ന് വരും. സോ ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇവിടെ എത്ര വരും, 2/3 എന്നായിരിക്കും വരുന്നത് ആണല്ലോ. സോ ഇവിടെ നമ്മൾ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 2/x = എത്ര വന്നു, 2/3 എന്ന് വന്നു ആണല്ലോ. ഫൈൻ.
സോ ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ എക്സ് ഇക്വൽ എത്ര വന്നു, എക്സ് ഇസ് ഇക്വൽ ടു 3 ഓം എന്നുള്ളൊരു റിസൾട്ടോട് നമുക്ക് എത്താനായിട്ട് പറ്റും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതല്ല, ഓൺ ഷണ്ടിങ് ദ അൺനോൺ റെസിസ്റ്റൻസ് വിത്ത് 2 ഓം റെസിസ്റ്റൻസ്, on shunting the unknown resistance with 2 ohm resistance the balancing length changes by പുതിയ ലെങ്ത് എത്ര ആയിരിക്കും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് എത്രയായി, പുതിയ കേസിൽ വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്രയാണ് 2 ആണല്ലോ അല്ലേ. സോ 2 ഡിവൈഡഡ് ബൈ ഇത് നമ്മൾ എത്രയാണെന്ന് പറഞ്ഞു, 3 ആണെന്ന് പറഞ്ഞിട്ടില്ലേ. സോ എത്രയാണ് ബാലൻസ് ചെയ്തിരിക്കുന്നത്, 2 ഓം റെസിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാലൻസ് ചെയ്യുന്നത്. സോ 3 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 3 പ്ലസ് 2 ആണല്ലോ, R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു 5 ദാറ്റ് ഇസ് ഇക്വൽ ടു ന്യൂ ബാലൻസിംഗ് ലെങ്ത് എന്ന് പറയുന്നത് L ഡിവൈഡഡ് ബൈ 100 മൈനസ് L വരും. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ എത്താനായിട്ട് പറ്റും. സോ ഡെൽറ്റ വാല്യൂ എൽ എന്ന് പറയുന്നത് എത്ര വരും, 22.5 എന്നുള്ളൊരു ആൻസറിലോട്ട് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റിനോട്ട് പോകുമ്പോൾ നോക്കിക്കേ, എ വയർ ഓഫ് റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ ആൻഡ് ലെങ്ത് എൽ ഈസ് കട്ട് ഇൻറ്റു 5 ഈക്വൽ പാർട്സ്. സോ ഒരു ഭാഗം എന്ന് പറയുന്നത് എത്ര ആയിട്ട് വരും മക്കളെ, ഒരു ഭാഗത്തിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/5 ആയിട്ട് എന്ത് ചെയ്യും, കുറയും. നൗ ഈ ദീസ് പാർട്സ് ആർ ജോയിൻ പാരലലി ദ റിസൾട്ടൻറ്റ് വിൽ ബി ഈക്വൽ ടു എന്നാണ് ചോദിക്കുന്നത്. സോ R/5 ഉള്ളതിനെ പാരലായിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. സോ എത്ര വരും, R/25 എന്നുള്ള ഒരു ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. വിച്ച് മീൻസ് ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആയിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, ഒരു റെസിസ്റ്റൻസിനെ കട്ട് ചെയ്തു, 5 ആയിട്ട് കട്ട് ചെയ്തു. സോ റെസിസ്റ്റൻസ് 6 ആയിരുന്നുവെങ്കിൽ 5 ആയിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഭാഗത്തിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/5 ആയി. എന്നിട്ട് അവരെ പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അവരെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അഗെയിൻ ഡിവൈഡ് ബൈ 5 വരും. സോ ആൻസർ ഈസ് R/25 എന്നുള്ളൊരു ആൻസറിലോട്ട് നമ്മൾക്ക് എത്താനായിട്ട് പറ്റും. ഓൾ റൈറ്റ്, അടുത്തത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെല്ലിൻ്റെ തന്നെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് സെൽസ് എന്നൊക്കെ പറയാം. നോക്കുക, 2 cells ആർ കണക്റ്റഡ് ഇൻ ഓപ്പോസിഷൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. സെൽ E1 ഈസ് ഓഫ് വോൾട്ടേജ് 8 വോൾട്ട് ആൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എത്രയാണ്, 2 ഓം ആണ്. നൗ സെൽ E2 ഈസ് ഓഫ് വോൾട്ട് 2 ആൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എത്രയാണ് മക്കളെ, 4 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ ദ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇവിടെ തമ്മിലുള്ള ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്കറിയാം, ഈ 2 വോൾട്ടേജും ഫേവർ ചെയ്യുന്ന വോൾട്ടേജസ് അല്ല, എന്ത് ചെയ്യുന്നതാണ്, ഒപ്പോസ് ചെയ്യുന്നതാണ്. ശരിയല്ലേ, ആണല്ലോ, ഒപ്പോസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഇഫക്റ്റീവ് വോൾട്ടേജ് ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റുന്നത് 6 വോൾട്ട് എന്ന് ഞാൻ എഴുതും. ഇതിനെ ഞാനിങ്ങനെ 6 വോൾട്ട് എന്ന് റീഡ്രോ ചെയ്യുകയാണ്. ഇനി റെസിസ്റ്റൻസിൻ്റെ കേസ് പറയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മക്കളെ, എത്രയാണ് ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നത്, ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് 4+2 അതായത് 6 ആണ് വരുന്നത്. എത്രയാണ്, 6 ഓം. സോ ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എത്ര വരും മക്കളെ, ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുമ്പോൾ 1 ആംപിയർ കറണ്ട് ആയിരിക്കും ഇതുവഴി ഫ്ലോ ചെയ്യുന്നത്. ഇനി സോ ഞാൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ എടുത്തു. ഇനി ഈ ഒരു ഭാഗത്തോട്ട് നമ്മൾ വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സെൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, കണ്ടോ, ഇങ്ങനെയാണ് കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. സോ ഹിയർ ദിസ് ഈസ് ബി ആൻഡ് ഹിയർ ദിസ് ഈസ് സി. സോ ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. സോ ഐ എം സ്റ്റാർട്ടിങ് വിത്ത് വി സി മൈനസ് ഓഫ് ഐ എന്ന് പറയുന്നത് എത്രയാണ്, ഐ എന്ന് പറയുന്നത് 1ഉം ആർ എന്ന് പറയുന്നത് എത്രയാണ്, ആർ എന്ന് പറയുന്നത് 4ഉം ആയിരുന്നു ഇവിടെ, ആണല്ലോ. അത് ഇനി മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്, 2 വോൾട്ട് അല്ലേ, ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ എത്ര വന്നു, വി ബി എന്ന് വന്നു, ആണല്ലോ. സോ നമുക്ക് വേണ്ട എന്താണ്, വി സി മൈനസ് വി ബി. സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ വി സി മൈനസ് വി ബി ഈക്വൽ ടു ഇതെത്ര വരുന്നു, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 6 വോൾട്ട് എന്നുള്ളൊരു ആൻസറിലോട്ട് നമുക്ക് കിട്ടും. ഇവിടെ നമ്മളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എത്ര വന്നു, 6 വോൾട്ട് എന്നൊരു ആൻസറിലോട്ട് നമ്മൾക്ക് എത്താനായിട്ട് പറ്റും. സർ അപ്പോൾ സീരീസ് ആയിട്ട് ആണെങ്കിൽ ആറിന് ആർ ആൻസർ സർ അപ്പോൾ സീരീസ് ആയിട്ട് ആണെങ്കിൽ ജസ്റ്റ് എനിക്ക് മനസ്സിലായില്ല മോൾ എന്താണ് ചോദിച്ചതെന്ന്. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലേ. ഞാനിവിടെ കോമ്പിനേഷൻ ഓഫ് സെൽസ് എടുത്തതിന് ശേഷം ഇഫക്റ്റീവ് EMF കണ്ടുപിടിച്ചു, ഇഫക്റ്റീവ് റെസിസ്റ്റൻസും കണ്ടുപിടിച്ചു. ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ് എന്നതിന് ശേഷം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് E2 ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത്. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അടുത്ത ചാപ്റ്ററിലോട്ട് നമ്മൾ പോകുന്നു. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, കുറേ ക്വസ്റ്റ്യൻസ്, വൈഡ് റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിൻ്റെ കൺസെപ്റ്റ് വളരെ ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് ഇതിൻ്റെ ഇക്വേഷൻസ് എല്ലാം പറഞ്ഞ് മുന്നോട്ട് പോകാം. ആദ്യമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ചാപ്റ്ററിൻ്റെ ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് ഹാഫ് തന്നെ കൺട്രോൾ ചെയ്യുന്നത് ബയോട്ട് സാവർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് ആണ്. നിങ്ങൾക്കെല്ലാം അറിയാം, മാഗ്നിറ്റ്യൂഡ് വൈസ് നോക്കുകയാണെങ്കിൽ, ഐ മീൻ സ്കേലാർ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബയോട്ട് സാവർട്ട് ലോ ഇൻ സ്കേലാർ ഫോം പറയുമ്പോൾ μ0 ഡിവൈഡ് ബൈ 4πε ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്നും, വെക്ടർ ഫോമിലാണ് പറയുന്നതെങ്കിൽ μ0 ഡിവൈഡ് ബൈ 4πε I ഇൻറ്റു dl ക്രോസ് ആർ ഡിവൈഡ് ബൈ ആർ ക്യൂബ് എന്നും വരുന്നുണ്ട്.
ആണല്ലോ. ഇതുമായിട്ട് കണക്ട് ചെയ്ത മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഒരു ഫൈനൈറ്റ് ലോങ് വയർ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. മക്കളെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഇതാണ് ഇതിനകത്ത് ഈ പറയുന്ന ഒരു ഫൈനൈറ്റ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ലോങ് കറണ്ട് ക്യാരിങ് വയർ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എല്ലാം ബേസിക് ഇക്വേഷൻ ഇതാണ്. എന്താണ്? μ0 ഡിവൈഡഡ് ബൈ, മക്കളെ ശ്രദ്ധിക്കണം, μ0 ഡിവൈഡ് ബൈ 4 I/r ഇൻറ്റു സൈൻ ഓഫ് θ1 പ്ലസ് സൈൻ ഓഫ് θ2, വേർ സൈൻ ഓഫ് θ1 എന്ന് പറയുന്നത് ഈ രണ്ട് ആംഗിളുമാണ്. ഇൻഫൈനൈറ്റ് ലോങ് വയറിൻ്റെ ഒരു സെഗ്മെൻറ്റിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ രണ്ട് വാല്യൂം എന്തായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. 1 മാറുന്നതായിട്ട് 1 + 1 2 വരും. അതാണ് ഈ റിലേഷൻ എന്ന് പറയുന്നത്. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടുവേർഡ്സ് ദ എഡ്ജ് സാധാരണ ചോദിക്കാറുണ്ട്, ഇൻഫിനിറ്റിയിൽ പോകുന്നതും ടുവേർഡ്സ് ദ എഡ്ജ് വരുമ്പോൾ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ 0 ആകുകയും ഇത് 1 ആകുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് μ0 ഡിവൈഡ് ബൈ 4 I/r എന്നുള്ളൊരു ഫോർമുലയിലോട്ട് പോകും. സോ ജനറൽ എക്സ്പ്രഷൻ μ0 ഡിവൈഡ് ബൈ 4 I ഇൻറ്റു സൈൻ θ1 പ്ലസ് സൈൻ θ2 ഡിവൈഡ് ബൈ r. ഇൻഫൈനൈറ്റ് വരുമ്പോഴത്തേക്കും സൈൻ θ1 സൈൻ θ2 എന്നുള്ളൊരു ഭാഗം 2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ സീരീസ് ആയപ്പോൾ മോളെ ഓക്കെ ഐ ഗോട്ട് ഇറ്റ് മോളെ, അത് പാരലായിട്ട് കട്ട് ചെയ്തു, കട്ട് ചെയ്തതിന് ശേഷം പാരലായിട്ട് വെച്ചു. ഇനി കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും സീരീസ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഇറ്റ്സ് കം ബാക്ക് ടു ദ സെയിം മോഡുള്ളൂ അല്ലേ? നേരത്തെ എന്തായിരുന്നു അത് തന്നെയല്ലേ വന്നത്. സോ അപ്പോൾ അത് 6 ആയിട്ട് തന്നെ വരും. ശരിയല്ലേ? ആണല്ലോ. ഇനിയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറ്റൊന്നുമല്ല മക്കളെ, ഈ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതൊരു ദിസ് ഇസ് പാർട്ട് ഓഫ് എ സർക്കുലർ വയർ അല്ലേ, സർക്കുലർ വയർ ഷേപ്പ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനൊരു ആർക്കാണ് എടുക്കുന്നത്. സോ ഒരു ആർക്ക് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്ക് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0 ഡിവൈഡഡ് ബൈ 2I ബൈ μ0 ടൈംസ് I ഇൻറ്റു 2π/a. ഇതെന്താണ്? ഒരു സർക്കിളിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. ശരിയാണല്ലോ. പക്ഷേ ഇനിയും അങ്ങനെ അല്ല, നമ്മൾ ഒരു ആർക്കായിട്ടാണ് മാത്രം എടുക്കുന്നതെങ്കിൽ, വിച്ച് മീൻസ് നോക്കിക്കുക, ഇത്രയും ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഫൈൻ, സെൻറ്ററിലോട്ട് ഇത്രയും ഭാഗമായിട്ടാണ് എടുക്കുന്നത് എങ്കിൽ നിങ്ങൾ അവിടെ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ ഈ ഫോർമുല എന്ന് പറയുന്നത് B = μ0 ഡിവൈഡഡ് ബൈ 4 I/r ടൈംസ് θ എന്ന് വരും. ഇത് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്. സോ ദിസ് വാസ് വാട്ട് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ലൂപ്പ് ആൻഡ് ദിസ് ഈസ് ഡ്യൂ ടു എ സർക്കുലർ ആർക്ക് മേക്കിംഗ് ആൻ ആംഗിൾ θ എന്നും. സർ ജെ ബി സർ വരില്ലേ? ജെ ബി സാറിൻ്റെ സ്കെഡ്യൂളിൽ എനിക്ക് അറിയില്ല മോനെ, ഐ ഡോണ്ട് ഹാവ് എനി അപ്ഡേറ്റ് ഓൺ ദാറ്റ്. എനിക്ക് എൻ്റെ ക്ലാസ്സിൻ്റെ ടൈമിങ്ങിനെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റേ ഉള്ളൂ കേട്ടോ. ഫൈൻ. ഇനിയും അടുത്ത് നോക്കിയേ, മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പ് എത്രയാണെന്നുള്ളതാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ എ ഒരു കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പ് കാരണം അലോങ് ദ ആക്സിസ് നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, B = μ0 n I into r square all divided by 2 times r square plus x square raised to 3/2. നിങ്ങൾ നോക്കണം, ഇതൊരു കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പ് കാരണം ലോങ് ദ ആക്സിസിലെ എക്സ്പ്രഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്. ഇവിടെയും സ്പെഷ്യൽ കേസസ് വരുന്നുണ്ട് മക്കളെ. സെൻട്രലോട്ട് വരുമ്പോഴത്തേക്കും അത് μ0 ni, സെൻട്രലോട്ട് വരുമ്പോഴത്തേക്കും μ0 ni ഡിവൈഡഡ് ബൈ 2 times r ആയിട്ട് മാറുന്നുണ്ട്. അത് ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറണ്ട് ക്യാരിങ് ലോങ് സർക്കുലർ സിലിണ്ട്രിക്കൽ വയർ ആണ്. ഐ റിപ്പീറ്റ്, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് കറണ്ട് ക്യാരിങ് സിലിണ്ട്രിക്കൽ വയർ സെക്ഷൻ. അതായത് ഇത് കണ്ടോ, ഇതാണ് ആ വയർ എന്ന് പറയുന്നത്. ഇതിനകത്തൂടെ കറണ്ട് പോകുന്നുണ്ട്. ഫ്രം ദ സെൻറ്റർ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഫ്രം ദ സെൻറ്റർ ടുവേർഡ്സ് ദ എഡ്ജ് എന്തായിരിക്കും? ലീനിയർ വേരിയേഷൻ ആയിരിക്കും. അതിനുശേഷം എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ ഹൈപ്പർബോളയുടെ ഒരു വേരിയേഷൻ ആയിരിക്കും. ഗ്രാഫിക്കൽ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓൾ റൈറ്റ്. ഇനിയും ഡ്യൂ ടു എ സോളിനോയിഡ് നിങ്ങൾക്കറിയാം μ0 ni ആണ്. അതുപോലെ തന്നെ അറ്റ് ദ എഡ്ജ് വരുമ്പോഴത്തേക്കും അല്ലേ, എഡ്ജ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഹാഫ് ആയിട്ടാണ് വരുന്നത്. അതേ റിലേഷൻ തന്നെ നിങ്ങൾക്ക് എന്തിനും എടുക്കാൻ പറ്റും, സോളിനോയിഡിനും ടൊറോയിഡൽ കോയിലിനും നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നീട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ചാർജ് പാർട്ടിക്കിൾ ഡ്യൂ ടു ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ചാർജ് പാർട്ടിക്കിൾ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. നിങ്ങൾക്കെല്ലാം അറിയാം F = Q × V × B എന്നുള്ള ജനറൽ ഫോർമുല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ റൈറ്റ്. ദിസ് ഈസ് ഇൻ ദ വെക്ടർ ഫോം. സ്കെലർ ഫോമിൽ നമ്മൾ പറയുമ്പോൾ F = Q × VB sin θ എന്നുള്ള റിലേഷൻ നമ്മൾ ഇതിനകത്ത് മിസ് ചെയ്ത് കളയരുത്. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ് മക്കളെ എന്ത്, റേഡിയസ് കണ്ടുപിടിക്കുന്നത്. ചോദ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണയും.
ആർ ഇസ് ഇക്വൽ ടു എം വി ഡിവൈഡ് ബൈ ബി ക്യു. ഈ കഴിഞ്ഞ സെഷനിൽ അതായത് ഫേസ് 1 ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. റേഡിയസ് എന്ന് പറയുന്നത് എം വി ഡിവൈഡ് ബൈ ആർ ക്യു എം വി ഡിവൈഡ് ബൈ ബി ക്യു എന്നുള്ള റിലേഷൻ പറയുമ്പോൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2πm ഡിവൈഡ് ബൈ എന്തായിരിക്കും മക്കളെ, ബി ക്യു ആയിരിക്കും. ഇതാണ് നോർമലി എൻട്രി ചെയ്യുന്ന കേസിൽ കേട്ടോ. ഇനി നോർമലി അല്ല എൻട്രി ചെയ്യുന്നത്, മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ ആണെങ്കിൽ റേഡിയസ് എന്താകും മക്കളെ, ആർ ഇസ് ഇക്വൽ ടു എം വി സൈൻ തീറ്റ ഡിവൈഡ് ബൈ ബി ക്യു വരും. ടൈം പീരീഡിനകത്ത് യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. പക്ഷേ അവിടെ സംഭവിക്കുന്നത് അവിടെ പിച്ചിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും. ആ പിച്ച് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, പിച്ച് എന്ന് പറയുന്നത് 2πm v cos theta ഡിവൈഡ് ബൈ ബി ക്യു ആയിരിക്കും കേട്ടോ. ഫൈൻ. അടുത്തത് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ കറണ്ട് ക്യാരിങ് വയർ ആണ്. ജനറൽ ഫോർമുല പറയുന്നത് എഫ് ഇസ് ഇക്വൽ ടു ഐ ബി എൽ സൈൻ തീറ്റ എന്നുള്ളതാണ്. ഫൈൻ. ഇനിയും ഫോഴ്സ് ബിറ്റ്വീൻ ടു ഇൻഫൈനൈറ്റ് ലോങ് പാരലൽ വയേഴ്സ്, അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ, എഫ് ഇസ് ഇക്വൽ ടു മ്യൂ0 ഡിവൈഡ് ബൈ 2π ഇൻറ്റു I1 I2 ടൈംസ് ആർ ഇൻറ്റു എൽ എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ ഫോഴ്സിനെ കുറിച്ചാണ്. ഇത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് തരാറുണ്ട്. അതെന്താണ്, മ്യൂ0 ഡിവൈഡ് ബൈ 4π 2 ടൈംസ് I1 I2 ഡിവൈഡ് ബൈ ആർ എന്നും എഴുതാറുണ്ട്. മനസ്സിലാകുന്നല്ലോ. സോ ദിസ് വാസ് ദ എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് ആൻഡ് ഹിയർ ദിസ് വാസ് ദ എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. അതൊരു കാരണവശാലും മിസ് ചെയ്യരുത്. അടുത്തത് മാഗ്നറ്റിക് ഡൈപോൾ ആണ്. മാഗ്നറ്റിക് ഡൈപോളിൻ്റെ ജനറൽ എക്സ്പ്രഷൻ പറയുന്നത് എം ഈസ് ഈക്വൽ ടു എൻ ടൈംസ് ഐ ഇൻറ്റു എ, വെയർ ക്യാപിറ്റൽ എൻ സ്റ്റാൻഡ്സ് ഫോർ ദ നമ്പർ ഓഫ് ടേൺസ്, ഐ സ്റ്റാൻഡ്സ് ഫോർ ദ കറണ്ട് ആൻഡ് എ സ്റ്റാൻഡ്സ് ഫോർ ദ ഏരിയ ഓഫ് ദ ലൂപ്പ് ആണ്. ഒരു കാരണവശാലും മറന്നു കളയരുത്. പിന്നീട് വരുന്നത് ടോർക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് മക്കളെ. ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, ടോ ഈസ് ഈക്വൽ ടു എൻ ഐ ബി എ സൈൻ തീറ്റ, വെയർ എൻ സ്റ്റാൻഡ്സ് ഫോർ ദ നമ്പർ ഓഫ് ടേൺസ്, ബി സ്റ്റാൻഡ്സ് ഫോർ ദ മാഗ്നറ്റിക് ഫീൽഡ്, ഐ സ്റ്റാൻഡ്സ് ഫോർ കറണ്ട് ആൻഡ് എ സ്റ്റാൻഡ്സ് ഫോർ ദ ഏരിയ ആണ്. ഇവിടെ നിങ്ങൾ തീറ്റ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും ഏരിയ വെക്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ തീറ്റ വാല്യൂ എന്ന് പറയുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്ത് പോകരുത്. എന്ത്, മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിലോട്ട് വരുമ്പോൾ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് കാരണം, മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിലോട്ട് വരുമ്പോൾ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ പറയുന്ന തീറ്റ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് പോകും മക്കളെ, 1 ആയിട്ട് പോകും. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ ടോർക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ ടൈംസ് ബി ഇൻറ്റു ഐ ഇൻറ്റു എ എന്ന് മാത്രമേ ഉള്ളൂ. അത് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കെ ഇൻറ്റു തീറ്റ എന്ന് പറയും, വേർ കെ എന്ന് പറയുന്നത് റിസ്റ്റോറിംഗ് ടോർക്ക് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ എൻ ടൈംസ് ബി ഐ എ ഈസ് ഇക്വൽ ടു കെ ഇൻറ്റു തീറ്റ എന്നുള്ള റിലേഷൻ എവിടെ നിന്ന് വന്നു നിങ്ങൾക്ക് മനസ്സിലായി. ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ കറണ്ട് ക്യാരിങ് ലൂപ്പിൽ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വന്നതാണ്. അത് ആപ്ലിക്കബിൾ ആകുന്ന എവിടെയാണ്, മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ കേസിലാണ്. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററുമായിട്ട് ബന്ധപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്ന് പറയുന്നത് കറണ്ട് സെൻസിറ്റിവിറ്റി, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ കൺവേർഷനാണ്. കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിസ്റ്റ് പെർ യൂണിറ്റ് വാല്യൂ ഓൺ ട്വിസ്റ്റ്, അതായത് ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് വാല്യൂ ഓഫ് കറണ്ട്, അതിനെയാണ് നമ്മൾ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുക. അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഐ സഫിക്സ് എസ് ഈസ് ഈക്വൽ ടു എൻ ബി എ ഡിവൈഡഡ് ബൈ കെ എന്ന് വരും. അതുപോലെ തന്നെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് വാല്യൂ ഓഫ് അപ്ലൈഡ് വോൾട്ടേജ് ആണ് മക്കളെ. അതെന്ന് പറയുന്നത് എൻ ബി എ ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു റെസിസ്റ്റൻസ് ആർ അവിടെ കയറി വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ മറന്നു പോകാതിരിക്കുക. മനസ്സിലാകുന്നുണ്ടല്ലോ. കൺവേർഷൻ നിങ്ങൾക്കറിയാം. ഒരു ഒരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്മോൾ റെസിസ്റ്റൻസ് അതിന് പാരലലായിട്ട് കണക്ട് ചെയ്യും ആണല്ലോ. അങ്ങനെ ആണ് എങ്കിൽ ഒരു ലൈക്ക് ഐമാക്സ് എന്ന് പറയുന്ന കറണ്ട് മെഷർ ചെയ്യാനായിട്ട്, ഐമാക്സ് എന്ന് പറയുന്ന ഒരു കറണ്ട് മെഷർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഐ എന്നൊരു കറണ്ട് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ട ഷണ്ടിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഈക്വൽ ടു ഐ ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ജി ആയിരിക്കും. ഐ റിപ്പീറ്റ്, ഐ ജി ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ സോ ഐ ജി ഇൻറ്റു ജി ഡിവൈഡ് ബൈ ഐ മൈനസ് ജി വരും. ഇതിനകത്ത് ഐ ജി എന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ കറണ്ട് ആണ്. അതായത് ഗാൽവനോമീറ്ററിൻ്റെ മാക്സിമം ഡിഫ്ലക്ഷൻ കാണിക്കേണ്ട കറണ്ടിൻ്റെ വാല്യൂ ആണ് അവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ടിമീറ്റർ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ എന്തായിരിക്കും, നമ്മൾ അതിന് സീരീസ് ആയിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. ആർക്ക്, ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യേണ്ടത്. സോ അങ്ങനെ കണക്ട് ചെയ്യേണ്ട റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ഐ ജി, വി ഡിവൈഡഡ് ബൈ ഐ ജി മൈനസ് ഓഫ് ക്യാപിറ്റൽ ജി വരും. വേർ എഗെയിൻ ഐ ജി എന്ന് പറയുന്നത് മാക്സിമം ഡിഫ്ലക്ഷൻ കറണ്ട് ആണ്, മാക്സിമം ഡിഫ്ലക്ഷൻ കറണ്ട് ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. ഓൾ റൈറ്റ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളിലോട്ട് പോകുമ്പോൾ നോക്കിക്കുക മക്കളെ, എനിക്ക് പറ്റുന്നില്ല അത് വായിച്ചെടുക്കാനായിട്ട്. മാത്സ് സോറി, ഐ കുഡിന്റ് ഗെറ്റ് ഇറ്റ്, ഐ എം സോറി. സോ ദാറ്റ് വാസ് ഓൾ ഫ്രം മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലോട്ട് വരുമ്പോൾ മക്കളെ നോക്കിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതാണ്, എ പ്രോട്ടോൺ മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി പാസസ് ത്രൂ എ റീജിയൻ ഓഫ് സ്പേസ് വിതൗട്ട് എനി ചേഞ്ച് ഇൻ വെലോസിറ്റി. If capital E and capital B represent electric and magnetic field respectively, then the region of the space may have.
ഓക്കെ, ഒന്നാമത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും 0 ആണെങ്കിൽ അതെന്ത് ചെയ്യില്ല, ഡിഫ്ലക്ഷൻ ഇല്ലാണ്ട് തന്നെ പോകും. രണ്ടാമത് നിങ്ങൾ നോക്കിയാൽ മക്കളെ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് നോട്ട് ഈക്വൽ ടു 0. ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 0യും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിളിന് പാരലായിട്ടാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യും അത്. സോ ഇത് പോസിബിൾ ആണ്, ഇതും പോസിബിൾ ആണ്. ഓക്കെ, മൂന്നാമത് നിങ്ങൾ നോക്കണം, ഇലക്ട്രിക് ഫീൽഡ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈക്വൽ ടു 0. ഇലക്ട്രിക് ഫീൽഡ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മൂവ് ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിളിന് തീർച്ചയായിട്ടും ആക്സലേഷൻ സംഭവിക്കും. ദാറ്റ് മീൻസ് അത് സ്പീഡ് അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യിപ്പിക്കാം. അടുത്തത് വരുന്നത് ഇ ഈക്വൽ ടു 0 ആൻഡ് ബി നോട്ട് ഈക്വൽ ടു 0. ഇവിടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ, ഐ റിപ്പീറ്റ്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്ത് സംഭവിക്കും, അതിന് വിത്തൗട്ട് ഡീവിയേഷൻ, അതായത് വെലോസിറ്റി സെലക്ടിൻ്റെ ഓപ്ഷനായിട്ട് വരും. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ നമുക്ക് പറയാൻ പറ്റുന്നത് എ, ബി ആൻഡ് ഡി ആണ് വരിക. എ, ബി ആൻഡ് ഡി, അതായത് ഓപ്ഷൻ 3 ആയിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നത്. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, ഇലക്ട്രിക് ഫീൽഡ് 0യും മാഗ്നറ്റിക് ഫീൽഡ് 0യും ആണെങ്കിൽ ഈ പറയുന്ന മൂവ് ചാർജ് പാർട്ടിക്കിളിന് ഇലക്ട്രിക് ഫീൽഡ് കാരണമോ മാഗ്നറ്റിക് ഫീൽഡ് കാരണമോ യാതൊരു വേരിയേഷനും കാണത്തില്ല, അതായത് ഫ്രീ ആയിട്ട് തന്നെ പോകും. രണ്ടാമത്തെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 0, ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഈ മൂവ് ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിളിന് ഒരു ഇതിലും ആക്സലേറ്റ് ചെയ്യുന്നില്ല. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, പക്ഷേ ആ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ചാർജ് പാർട്ടിക്കിളിന് പാരലായിട്ടാണെങ്കിൽ അതിനായിട്ട് ഒരു ഫീൽഡും ഒരു ഫോഴ്സും ആക്ട് ചെയ്യില്ല. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഫോഴ്സ് എന്ന് പറയുന്നത് Q × V × B എന്ന് പറയുന്നു. അതിനകത്ത് VB sin θ വരും, തീറ്റ എന്ന് പറയുന്നത് 0 ആയി പോയി. ഫോഴ്സ് ആക്ടിങ് എന്തായിട്ട് വരും മക്കളെ, 0 ആയിട്ട് വരും. ഇനി മൂന്നാമത്തെ കേസ് നോക്കി, ഈ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്നുണ്ട്. ഈ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിളിനെ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടെന്നുള്ളത്. സോ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷൻ ആണെങ്കിലും അവിടെ ഒരു ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചാർജ് പാർട്ടിക്കിളിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് കുഡ് either change the direction, it could either change the velocity, speed, otherwise it could change both. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇവിടെ ആക്സലേഷൻ ഉണ്ടാവും. നാലാമത് നമ്മളിവിടെ പറയുന്നത് ഡി ഓപ്ഷൻ, അതായത് ഇ ഈക്വൽ ടു 0, അതുപോലെ തന്നെ നോട്ട് ഈക്വൽ ടു 0, ബി നോട്ട് ഈക്വൽ ടു 0. അതായത് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. എന്നിരുന്നാലും അത് വെലോസിറ്റി ചേഞ്ച് ഇല്ലാണ്ട് മൂവ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിനകത്ത് വെലോസിറ്റി ചേഞ്ച് ഉണ്ടാകില്ല. വെലോസിറ്റി സെലക്ടറിൻ്റെ അതേ കൺസെപ്റ്റ് നമ്മൾക്ക് അവിടെ യൂസ് ചെയ്ത് മുന്നോട്ട് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ മക്കളെ, 2 long straight wires carry equal current in opposite direction as shown in the figure. The separation between these wires is 5 cm. The magnitude of magnetic field at the midway. So അതായത് ഇൻഫൈനൈറ്റ് ലോങ് വയർ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എക്സ്പ്രഷൻ പഠിച്ചു. B is equal to μ0 divided by 4π 2 times I/R എന്നുള്ള നമ്മളൊരു ഫോമുല നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ്. കുറച്ച് മുന്നേ ഞാൻ ബയോട്ട് സാവേർട്ട് ലോൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞ കാര്യമാണ്. ഇനി ഇവിടെ ഇതിനകത്ത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ ഡയറക്ഷൻ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. നിങ്ങൾ നോക്കിക്കുക, എ എന്ന് പറയുന്ന വയറും ബി എന്ന് പറയുന്ന വയറും ഞാൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ എ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും മൂവിങ് അവേ ഫ്രം അസ്. അതിന് ഞാൻ ക്രോസിനെ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ തിരിച്ച് താഴോട്ട് വരുമ്പോഴും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു ക്രോസ് കാരണമുള്ള ഒരു ഫീൽഡ് നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഈ രണ്ട് വയേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് 5 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കും 5/2 വരും. സോ അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മക്കളെ, B is equal to μ0 divided by 4π അല്ലേ, 2 into ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 10 ആണല്ലോ. 2 into 10 all divided by ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വന്നു മക്കളെ, 5 into 10⁻⁻2 into 2 വരും. അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്, ശരിയല്ലേ? സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക 160 മൈക്രോ ടെസ്ല എന്നായിരിക്കും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എവിടെ പോയിടാവും എല്ലാവരും? ഹലോ, ആർ യു ദേർ? മക്കളെ എല്ലാവരും ഇവിടെ പോയി? കുറേ കമൻറ്റ് ഡിലീറ്റ് ചെയ്തായിട്ട് കാണുന്നുണ്ടല്ലോ. ഹലോ, നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? പോയിട്ടില്ലല്ലോ. All right. അടുത്ത നിങ്ങൾ നോക്കിയാൽ മക്കളെ, the magnetic field at the center of a wire of loop formed by 2 semicircular wires of radii R1 2π മീറ്ററും R2 is equal to 4π മീറ്ററും ആണല്ലോ. ഉണ്ട് സർ. ഓൾ റൈറ്റ്, ഫൈൻ. Carrying current of 4 ampere as per the figure shown, alpha into 10⁻10 ടെസ്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ ഓഫ് ആൽഫ എത്രയാണെന്നാണ് ചോദ്യം. മക്കളെ വളരെ സിമ്പിളാണ്. നമ്മൾക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ് കുഞ്ഞ്? നമ്മൾക്കിവിടെ തന്നിരിക്കുന്ന ഒരു സെമി സർക്കുലർ ആർക്കാണ്. സോ സെമി സർക്കുലർ ആർക്ക് ആയതുകൊണ്ട് തന്നെ പ്രസൻറ്റ് സർ, അടിപൊളി മോനെ, താങ്ക് യു. സെമി സർക്കുലർ ആർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എത്ര ഇടാം? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0 divided by 4π അല്ലേ, I times π/R എന്നുള്ള റിലേഷനാണ് സെമി സർക്കുലർ ആർക്ക് കാരണമുള്ളത്. സോ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇതാണ് സംഭവം. കറണ്ട് ഇങ്ങനെ വരും, ശരിയല്ലേ? സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഭാഗം കാരണവും അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ, ഐ റിപ്പീറ്റ്, ഈ രണ്ട് ഭാഗം കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായി പോകും? 0 ആയി പോകും, ശരിയല്ലേ? പിന്നെ നമ്മൾക്ക് ഇതിനെ രണ്ടിനെ നോക്കിയാൽ പോരെ, ആണല്ലോ. സോ അങ്ങനെ വരുമ്പോൾ എന്തായാലും വയ്ക്കും മക്കളെ, μ0 divided by 4π. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല, ഐ അങ്ങനെ തന്നെ നിൽക്കും.
പൈയും അങ്ങനെ തന്നെ നിൽക്കും, ശരിയല്ലേ? 1/R1 പ്ലസ് 1/R2 എന്നായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക R1 R2 ഇയാൾ എന്തിനാ പ്ലസ് എടുത്ത, മൈനസ് എന്തുകൊണ്ട് എടുത്തില്ല? നിങ്ങൾ നോക്കിക്കേ, ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ നോക്കുവാണെങ്കിൽ എത്ര വരും? ഇവിടെ ക്രോസ് വരും. അതുപോലെ തന്നെ ഇത് ഇവിടെ നോക്കുവാണെങ്കിൽ അകത്ത് എന്ത് വരും? ക്രോസ് വരും. വിച്ച് മീൻസ് ഇവർ രണ്ടുപേരും ആഡ് അല്ലേ ചെയ്യുക, ആണല്ലോ, ആഡ് ആയി പോകും, ശരിയല്ലേ മക്കളെ? ഫൈൻ, താങ്ക് യു മുരളി സർ, താങ്ക് യു സോ മച്ച്. സോ അങ്ങനെ വരുമ്പോൾ ഇതിനെ നമ്മൾ ആഡ് ചെയ്യുകയാണ് എങ്കിൽ വാല്യൂസ് എല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോഴത്തേക്കും മ്യൂ0 ഡിവൈഡ് ബൈ 4π എന്ന് പറഞ്ഞാൽ 10⁻⁷ ആണ്, ആണല്ലോ. ഐൻ്റെ വാല്യൂ എത്ര കുഞ്ഞ്? ഐൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4 ആണ്. അവിടെ ഒരു പൈ കിടപ്പുണ്ട് അല്ലേ? റേഡിയസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1/R1 എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് മീറ്ററിലാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് കൺവേർഷൻ്റെ ആവശ്യം നമ്മൾക്ക് ഇവിടെ വരുന്നില്ല. 1/R1 എന്ന് പറയുമ്പോൾ 1/2πയും ഇവിടെ വരുമ്പോഴത്തേക്കും 1/, എത്ര വരുന്നുണ്ട്? 4πയും വരുന്നുണ്ട്. മേലെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക, ആഡ് ചെയ്തെടുത്ത് നോക്കി, ആൻസർ എത്ര വരും മക്കളെ? 3 വളരെ ക്ലിയർ ആണ് മുകളിലല്ലേ? 2 + 1 3 വരില്ലേ? താഴെ 4 ആണ്, ക്യാൻസൽ ചെയ്ത് പോകും. ആൻസർ വരിക 3 × 10⁻⁷ എന്നുള്ള ഒരു ആൻസറിലോട്ട് വളരെ ഈസി ആയിട്ട് ജമ്പ് ചെയ്യാൻ പറ്റും. വളരെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് തന്നെയായിരുന്നു കേട്ടോ. ഫൈൻ. ഇവിടെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത് മക്കൾ നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത എന്താണെന്നറിയോ? ഈ പറയുന്ന സൂപ്പർ പൊസിഷൻ വരുമ്പോഴെല്ലാം നിങ്ങൾ ഡയറക്ഷൻ മസ്റ്റായിട്ട് എടുക്കണം. ഡയറക്ഷൻ മസ്റ്റായിട്ട് എടുത്തിട്ട് ഇത് അഡീഷൻ ആണോ ക്യാൻസലേഷൻ ആണോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ റിസൾട്ടിലോട്ട് മൂവ് ചെയ്യാൻ പാടുള്ളൂ. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഫ്യൂ സെക്കൻഡ്സ്. പക്ഷേ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് വലിയ നഷ്ടം വരുത്താൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു കാരണവശാലും അതിനെ മിസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്? മൂവ് ചെയ്ത് പോകരുത്. ഫൈൻ. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്നുള്ള ഏരിയ ആണ്. സോ നിങ്ങൾക്കറിയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ലൈക്ക് ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് കണക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണുള്ളത്. അതിനുശേഷം വരുന്നത് മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതും ലാസ്റ്റിലോട്ട് വരുമ്പോൾ മാഗ്നറ്റിക് മെറ്റീരിയലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏരിയാസാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. സോ ഇതിനകത്ത് ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മക്കളെ പോൾ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റും പലതവണ ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. നിങ്ങൾ നോക്കിയാൽ എവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഞാനിവിടെ ഒരു ബാർ മാഗ്നറ്റിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ പോൾ സ്ട്രെങ്തിന് എന്ത് സംഭവിക്കുന്നു, അതുപോലെ തന്നെ മാഗ്നറ്റിക് മൊമെൻറ്റിന് ഡൈപോൾ മൊമെൻറ്റിന് എന്ത് സംഭവിക്കുന്നതാണ്. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, പോൾ സ്ട്രെങ്ത് റിമെയിൻ സെയിം ആയിരിക്കും. പക്ഷേ ഇവിടെ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറിയിട്ടുണ്ട്? m/2 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ ഇനി അടുത്ത കേസിൽ വരുമ്പോഴത്തേക്കും എഗെയിൻ പോൾ സ്ട്രെങ്ത് ബിക്കം ഹാഫ് ആണ്. കാരണം നമ്മൾ എന്താണ് കട്ട് ചെയ്തിരിക്കുന്നത്? എലോങ് ദ ലൈൻ ആണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് എന്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്? ഡൈപോൾ മൊമെൻറ്റ് ഹാഫ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നോക്കണം മക്കളെ, ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇവിടെ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. സോ അത് ആ ഒരു കാരണവശാൽ അത് മിസ് ചെയ്ത് കളയരുത്. ഇനിയും അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. സോ ഇവിടെ മറ്റൊന്നുമല്ല, ഇവിടെ നിങ്ങൾ നോക്കുക, 2 അറേഞ്ച്മെൻ്റ് ആണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഐ മീൻസ് ഒരു ഡൈപോൾ ഇങ്ങനെ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഡൈപോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഫൈൻ. അങ്ങനെ വരുമ്പോഴും എന്താണ്? പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തായിട്ട് നിൽക്കുന്നു? സെയിം ആയിട്ട് നിൽക്കുന്നു. പക്ഷേ ഇവിടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിന് വ്യത്യാസം വരുന്നുണ്ട്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് എന്തായി? m' = m1² + m2² + 2 ടൈംസ് m1 m2 ടൈംസ് കോസ് തീറ്റ എന്ന് മാറിയിട്ടുണ്ട്. അതൊരു കാരണവശാലും സർ ഈ ലെസണിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു മോനെ, ഉണ്ടായിരുന്നു. മാഗ്നറ്റിക് മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ സെഷനിൽ ലൈക്ക് ഇറ്റ് വാസ് നോട്ട് ദെയർ. ഫൈൻ. കഴിഞ്ഞ സെഷനിൽ ചോദിച്ചിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റ്, അതുപോലെ തന്നെ എന്താ പറയുക, ഫ്രീക്വൻസിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അതൊക്കെയായിരുന്നു. ലൈക്ക് മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സോറി, മാഗ്നറ്റിക് മൊമെൻ്റ് അല്ല, യെസ്, ആംഗുലർ മൊമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടായിരുന്നു. മാഗ്നറ്റിക് മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കഴിഞ്ഞ സെഷനിലായിരുന്നു. സോ തീർച്ചയായിട്ടും ഇത്തവണ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യണം. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചു, ഇതിൻ്റെ ഈ പറയുന്ന മാഗ്നറ്റിൻ്റെ കേസ് വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദി ആക്സിയൽ ലൈൻ, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദി ഇക്വറ്റോറിയൽ ലൈൻ വരുന്നുണ്ട്. ഇതിൻ്റെ ഇക്വേഷൻസ് എല്ലാം നമ്മുടെ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് സിമിലർ ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ടോർക്കിൻ്റെതും സെയിം ആയിട്ട് വരുന്നതാണ്. പിക്ക് പകരം m വരുമെന്നും ഇക്ക് പകരം b വരും എന്നുള്ളത് മാത്രമേ ഇതിനകത്തുള്ളൊരു എന്താ പറയുക ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ആൻ ആറ്റം, അതായത് ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു. അങ്ങനെ ആ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് വഴി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇലക്ട്രോൺ r റേഡിയസ് ഉള്ള ഒരു ഓർബിറ്റിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/2 ടൈംസ് E × r² ടൈംസ് ഒമേഗ ആയിരിക്കും. വേറെ r എന്ന് പറയുന്നത് റേഡിയസും ഒമേഗ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആയിരിക്കും. അതുപോലെ തന്നെ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ് എത്രയാണെന്നുള്ളത് മക്കളെ 3 ഇക്വേഷനാണ് എനിക്ക് ഇവിടെ നിങ്ങളോട് പറയാനുള്ളത്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഒന്ന്, I × A, കറണ്ട് ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത്. കറണ്ടിൻ്റെ എക്സ്പ്രഷൻ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ
അതിനെ EVR ഡിവൈഡഡ് ബൈ 2 എന്ന് പറയാൻ പറ്റും. വേർ E സ്റ്റാൻഡ്സ് ഫോർ ചാർജ് ഓഫ് ഇലക്ട്രോൺ, V സ്റ്റാൻഡ്സ് ഫോർ ദ സ്പീഡ്, R സ്റ്റാൻഡ്സ് ഫോർ ദ റേഡിയസ് എന്നുള്ള കാര്യം നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. അതുപോലെ തന്നെ ആംഗുലർ മൊമെൻറ്റം, ഐ റിപ്പീറ്റ് മക്കളെ, ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് mv/r ആണ്. ഐ റിപ്പീറ്റ് mv/r. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം m/l എന്ന് പറയുന്നത് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ക്യാപിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ് അപ്പോൾ ആംഗുലർ മൊമെൻറ്റം എന്നുള്ളത് E ഡിവൈഡഡ് ബൈ 2 ടൈംസ് m⁻c എന്ന് പറഞ്ഞാൽ m⁻c എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. അതൊരു കാരണവശാലും മിസ് ചെയ്ത് കളയരുത്. അതുപോലെ തന്നെ ഒരു ഫ്രീലി സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ബാർ മാഗ്നറ്റ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈം പീരീഡ് എത്രയാണെന്നുള്ള റിലേഷൻ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 2015 ഓൺവേർഡ്സ് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സെഷനിലില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഇത്തവണ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കേണ്ട ഒരു ഏരിയ ആണ്. നിങ്ങൾക്കറിയാം ടൈം പീരീഡ് T = നമ്മൾ എങ്ങനെ എഴുതും മക്കളെ, 2π × √I ഡിവൈഡഡ് ബൈ m × B, where m stands for the magnetic moment, I stands for the moment of inertia and B stands for the external field ആണ്. അത് നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. അതുപോലെ തന്നെ I തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ടെങ്കിൽ അതിന് വെച്ചിട്ട് B കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ഫോമുലയും ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്നുമല്ല, ഇത് ഇവിടുന്ന് ഡിറൈവ് ചെയ്ത് വന്നതാണ് കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്ത് കളയരുത്. പിന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ടെർമിനോളജീസും അതിനെ കണക്ട് ചെയ്യുന്ന കുറച്ച് ഇക്വേഷൻസും. മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം B/H ആണ്. വേർ ക്യാപിറ്റൽ H സ്റ്റാൻഡ്സ് ഫോർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ മാഗ്നറ്റൈസിങ് ഫീൽഡ്. മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, B ഡിവൈഡഡ് ബൈ മ്യൂ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, അതായത് മാഗ്നറ്റിക് മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം, ആ ഒരു റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ബിയും എച്ചും ഐയുമായിട്ട് കണക്ട് ചെയ്യുന്ന റിലേഷൻ B = μ0 ടൈംസ് H+I, അതൊരു കാരണവശാലും മിസ് ചെയ്ത് കളയരുത്. മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം I/H, വേർ നിങ്ങൾക്കറിയാം I എന്താണെന്നും H എന്താണെന്നും ഓൾറെഡി ഞാൻ പറഞ്ഞു വെച്ചു. I എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷനും H എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ആണ്. അവർ തമ്മിലുള്ള റിലേഷനാണ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ μ0യും സൈയുമായിട്ടുള്ള റിലേഷൻ അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഒരു കാരണവശാലും ഈ ഭാഗങ്ങൾ മിസ് ചെയ്ത് കളയരുത്. മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്കറിയാം, ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് ആസ് വെൽ ആസ് ഫെറോ മാഗ്നറ്റിക്. അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതും അതുപോലെ തന്നെ അവരുടെ മ്യൂമായിട്ട് കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്സും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യൂരീസ് ലോ എന്ന് പറയുന്നതിന് നിങ്ങൾക്കറിയാം, ഈ പറയുന്ന പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ, ദിസ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഈ പ്രോപ്പർട്ടി സ്വിച്ച് ചെയ്യുന്നതിന് നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നുണ്ട്. ഫൈൻ. സോ ഇവിടുത്തെ റിലേഷൻഷിപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സൈസഫിക്സ് M എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ പ്രൊപ്പോർഷണൽ ടു 1/T ആണ്. അത് നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഗ്രാഫ് ചോദിച്ചിട്ടുണ്ട്, ഇക്വേഷൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കൊയേസിവിറ്റിയും റീറ്റെൻറ്റിവിറ്റിയും നിങ്ങൾക്കറിയാം എന്തൊക്കെയാണെന്നുള്ളത്. റീറ്റെൻറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്തതിന് ശേഷം അതിനകത്ത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാനുള്ളതിൻ്റെ കേപ്പബിലിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റീറ്റെൻറ്റിവിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൊയസിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ കംപ്ലീറ്റ്ലി ഡീമാഗ്നറ്റൈസ് ചെയ്യാനായിട്ട് റിവേഴ്സ് ഡയറക്ഷനിൽ കൊടുക്കുന്ന Hൻ്റെ വാല്യൂവിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് കൊയസിവിറ്റി എന്ന് പറയുന്നത്. അത് ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്ത് കളയരുത്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഇലക്ട്രോൺസുമായിട്ട് ബന്ധപ്പെട്ട ഏരിയാസ് കേട്ടോ. സോ കഴിഞ്ഞ തവണ അതുമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ഒരു കാരണവശാലും നിങ്ങളത് മിസ് ചെയ്ത് കളയരുത്. മാഗ്നറ്റിക് മൊമെൻ്റ് ആണെങ്കിലും റേഡിയസിനെ കുറിച്ചാണെങ്കിലും അതുപോലെ തന്നെ ആംഗുലർ മൊമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഏരിയയും നിങ്ങൾ മസ്റ്റായിട്ടും റിവൈസ് ചെയ്തിട്ടേ പോകാവുള്ളൂ. സോ ക്വസ്റ്റിനോട്ട് കടക്കുമ്പോൾ ആൻ ഇലക്ട്രോൺ റിവോൾവിംഗ് ഇൻ ദ nth ബോർ ഓർബിറ്റ് ഹാസ് എ മാഗ്നറ്റിക് മൊമെൻറ്റ് മ്യൂ. അങ്ങനെയാണ് എങ്കിൽ ഇഫ് μn ഈസ് പ്രൊപ്പോർഷണൽ ടു n⁻x. നിങ്ങൾക്കെല്ലാം അറിയാം മാഗ്നറ്റിക് മൊമെൻറ്റ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ NH ഡിവൈഡഡ് ബൈ എന്താണ് മക്കളെ 2π ആണ്. നമ്മൾ ഓൾറെഡി എല്ലുമായിട്ട് കണക്ട് ചെയ്യുന്ന റിലേഷൻ നമ്മളിവിടെ പറഞ്ഞു വെച്ചു. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ Nൻ്റെ പവർ നിങ്ങൾക്ക് എത്രയായിട്ട് കാണാൻ പറ്റും? Nൻ്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. കണക്റ്റിംഗ് ദാറ്റ് ഓവർ ഹിയർ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? 1 ആയിട്ട് പറയാനായിട്ട് പറ്റും. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു I repeat മക്കളെ, magnetic potential due to a magnetic dipole at a point on its axis situated at a distance 20 cm from its center is 1.5 × 10⁻⁻5 ടെസ്ല മീറ്റർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റ് എത്രയാണെന്ന് ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നു. എപ്പോഴും നിൽക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സും അതുപോലെ തന്നെ മാഗ്നറ്റിസവുമായിട്ട് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. നിങ്ങൾ കുറേ സമയം അതിനകത്ത് ലാഭിക്കാൻ പറ്റും. സോ ഇവിടെ നമ്മളോട് മാഗ്നറ്റിക് പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 2024 ചോദിച്ചൊരു ചോദ്യമായിരുന്നു. സോ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല വെച്ചിട്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. 1/4πε വരുന്നത് മക്കളെ μ0/4π എന്ന് വരും. പീക്ക് വരെ എന്ത് വരും? ഇവിടെ m ഡിവൈഡഡ് ബൈ എന്താണ് വരിക? r² എന്ന് വരും. മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ ഇക്വേഷനാണ് ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. സോ ഫൈൻ. ഇവിടെ നിങ്ങൾ നോക്കിക്കുക, മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3/2 × 10⁻⁵ ഈക്വൽ ടു 10⁻7 ×
എം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം 2 × 10⁻⁻1 ദ ഓൾ സ്ക്വയർ എന്ന് വരും. ശരിയല്ലടാ, ഇവിടെ നിങ്ങൾക്ക് 2 കാണും. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര വരിക, ഇത് ക്യാൻസൽ ആയി പോകുമ്പോൾ ഡിനോമിനേറ്റർ 2 കാണും. ആ 2 ലെഫ്റ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് ആൻസർ എത്ര വരും, 6 ആംപിയർ/മീറ്റർ എന്നുള്ള ആൻസറിലോട്ട് എത്താൻ പറ്റും. മനസ്സിലാവുന്നുണ്ടല്ലോ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമ്മൾ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലോട്ടാണ്. സോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനുമായിട്ട് കുറേ കുറേ ചോദ്യങ്ങൾ ഇത്തവണ ഉണ്ടായിരുന്നു. ഫൈൻ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയുമാണ്. നോക്കിക്കേ, ആദ്യമേ വരുന്നത് മാഗ്നറ്റിക് ഫ്ലക്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏരിയാസാണ്. മാഗ്നറ്റിക് ഫ്ലക്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം φ = എന്താണ് നമ്മൾ എഴുതുക, B × dA cos θ എന്നുള്ളൊരു ജനറൽ എക്സ്പ്രഷൻ അതിനകത്ത് വരുന്നുണ്ട്. നെഗറ്റീവ് ഫ്ലക്സും പോസിറ്റീവ് ഫ്ലക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്ത് കളയരുത്. ഫാരഡേസ് ലോ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചും അതിൻ്റെ ഡയറക്ഷനെ കുറിച്ചും പറയുന്നുണ്ട്. ഓക്കെ, അത് ഒരു കാരണവശാലും മിസ് ചെയ്ത് കളയില്ല. ജനറൽ എക്സ്പ്രഷൻ പറയുന്നത് E = -dφ/dt ആണ്. ഓൾറൈറ്റ്, E = -dφ/dt എന്നുള്ള ജനറൽ എക്സ്പ്രഷൻ അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല മക്കളെ, ഇൻഡ്യൂസ്ഡ് EMF ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. അതുപോലെ ഒരു കോയിലിൻ്റെ കേസിലാണ് വരുന്നതെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF എത്രയാണെന്നുള്ളത് നോക്കുക. ദാറ്റ് ഈസ് N × BA × ω × sin⁻ωt/r എന്നുള്ളൊരു കാര്യം ഇവിടെ വരുന്നുണ്ട്. ഫൈൻ, ഇവിടുത്തെ മാക്സിമം വോൾട്ടേജിനെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മക്കളെ ഇൻഡ്യൂസ്ഡ് കറണ്ടുമായിട്ടുള്ള കണക്ട് ചെയ്യുന്ന കേസസും അതുപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് ചാർജുമായിട്ട് കണക്ട് ചെയ്യുന്ന കേസസും. ഇൻഡ്യൂസ്ഡ് ചാർജ് എന്ന് പറയുന്നത് Q = 1 ഡിവൈഡഡ് ബൈ d∅/r ആണ് വരുന്നത്. മറ്റൊന്നുമല്ല, ഇൻഡ്യൂസ്ഡ് dq/dt എന്ന് പറയുന്നത് I ആണ്. ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ എക്സ്പ്രഷനിലോട്ട് dq/dt എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിലേഷനോട്ട് എത്താനായിട്ട് പറ്റും. അടുത്ത് നമുക്ക് ഇവിടെ വരുന്നത് ലെൻസ് ലോ ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മോഷണൽ EMFുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. സോ മോഷണൽ EMFുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ റോഡിനെ കണക്ട് ചെയ്തുള്ള ഏരിയ ആണെങ്കിൽ BLV sin θ എന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റും. മൈനസ് എന്ന് പറയുന്ന ഇൻഡ്യൂസ്ഡ് EMF അതിനെ ഒപ്പോസ് ചെയ്യുന്നു എന്ന് പറയേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഒരു റൊട്ടേറ്റിംഗ് റോഡ് അല്ലെങ്കിൽ ഡിസ്കിനെ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ എക്സ്പ്രഷനാണ് എന്ത് പറയുന്നത്, ½ Bω × L² എന്നുള്ള എക്സ്പ്രഷൻ വരുന്നത്. അത് L ആയിട്ട് എഴുതാനും പറ്റും, റേഡിയസ് ആയിട്ട് എഴുതാൻ പറ്റുന്ന കേസുകളെല്ലാം അതിനകത്ത് നിങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ വരുന്ന മക്കളെ സെൽഫ് ഇൻഡക്ഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന കേസാണ്. സെൽഫ് ഇൻഡക്ഷൻ നിങ്ങൾക്കെല്ലാം അറിയാം. ഒരു തന്നിരിക്കുന്ന ഇൻഡക്ടർ, അതിന് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് L ആണെങ്കിൽ അവിടെ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എത്രയായിരിക്കും, -L × dA/dt ആയിരിക്കും. വേറെ dI/dt എന്ന് വെച്ചാൽ അറ്റ് വാട്ട് റേറ്റ് ദ കറണ്ട് ഈസ് ചേഞ്ചിങ് എന്നുള്ളതും L എന്ന് പറയുന്നത് എന്താണ്, സെൽഫ് ഇൻഡക്റ്റൻസുമാണ് ആണല്ലോ. സോ ഇൻഡ്യൂസ്ഡ് EMF, സെൽഫ് ഇൻഡക്റ്റൻസ് ആസ് വെൽ ആസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ റിലേഷൻ ആണ് ഇവിടെ തന്നിരുന്നത്. നൗ ഡ്യൂ ടു എ ലോങ് സോളിനോയിഡ് അതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് എഴുതാൻ പറ്റുന്നത് μ0 n² × A × L എന്നും, അതുപോലെ തന്നെ ഒരു സോളിനോയിഡ് ഒരു ടൊറോയിഡ് ആണ് എങ്കിൽ μ0 × n² A / 2π × R എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ എനർജി സ്റ്റോർഡ് ഇൻ ദ ഇൻഡക്ടർ. നിങ്ങൾക്കെല്ലാം അറിയാം ½ Li² എന്നുള്ളൊരു കാര്യം. ഇനി മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോയിലിൽ നിന്നിട്ട് ഒരു കോയിലിലെ വേരിയേഷൻ കാരണം മറ്റൊരു കോയിലിൽ EMF ഡെവലപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMF E = -m × dI/dt ആണ് എങ്കിൽ അവിടുത്തെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുല നമ്മൾ എഴുതുന്നത് μ0 × n1 n2 × A × A വരും. വേറെ n1 n2 എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് കോയിൽ 1 ആസ് വെൽ ആസ് കോയിൽ 2 A എന്ന് പറയുന്നത് കോമൺ ഏരിയയും ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ കോമൺ ലെങ്ത് ആയിരിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിങ്ങിൻ്റെ കേസ് ദാറ്റ് ഈസ് √m / L1 × L2 എന്നുള്ള റിലേഷൻ അതിനകത്തുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കോമ്പിനേഷനാണ് വരുന്നത് സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും. L1 + L2 + L3 എന്നുള്ള സീരീസ് കോമ്പിനേഷൻ വരുമ്പോൾ പാരലൽ കോമ്പിനേഷനിൽ റെസിസ്റ്റൻസിൻ്റെ അതേ ഫോർമുല നമ്മൾ ഉപയോഗിക്കും. 1/L = 1/L1 + 1/L2. ഇനി കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും നോക്കുന്നത്, കപ്ലിങ്ങിൻ്റെ കേസ് വരുന്ന സമയത്ത് ഇവിടെ L1 + L2 × 2 × m എന്നും, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സെൻസിലാണെങ്കിൽ L1 + L2 -2m എന്നുള്ളത്, അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസ് കോമ്പിനേഷനിലും ആ വേരിയേഷൻസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. ഓൾറൈറ്റ്, അടുത്ത് നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലോട്ട് പോകുമ്പോൾ എ സീലിംഗ് ഫാൻ ഹാവിംഗ് 3 blades of length 80 cm each is rotating with an angular velocity of എത്രയാണ് 1200 rotations per minute. The magnetic field of the earth in the region is 0.5 gauss and angle of dip എന്ന് പറയുന്നത് 30 degree ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ EMF പ്രൊഡ്യൂസ്ഡ് എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് നോക്കണം. ഇവിടെ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 0.5 ഗോസ് അല്ലെങ്കിൽ 1/2 × 10⁻⁻4 ടെസ്ല ആണ്. അതിൻ്റെ തന്നെ ലൈക്ക് ഡിപ്പാങ്കിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഡിപ്പാങ്കിൾ എത്രയാണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് 30 ഡിഗ്രി. സോ അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും sin30 അതായത് 1/2. സോ ഇവിടെ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന ഫാൻ ബ്ലേഡ്സിന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. എത്രയാണ് 1/4 × 10⁻⁻4 എന്നുള്ളത് ആണല്ലോ. ഇനി നിങ്ങൾക്കറിയാം EMFൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എന്താണ് ½
എൽ സ്ക്വയർ ഇൻറ്റു ഒമേഗ എന്നുള്ളൊരു എക്സ്പ്രഷൻ നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ശരിയല്ലേ മക്കളെ? ഹാഫ് ഓഫ് ബി ഇൻറ്റു എൽ സ്ക്വയർ ടൈംസ് ഒമേഗ. സോ ഹാഫ് ഓഫ് ബീൻ്റെ വാല്യൂ എത്രയാണ്? ബീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/4 ഇൻറ്റു 10⁻⁻4 ആണ്. ലെങ്ത് എത്രയാണ് കുഞ്ഞ്? ലെങ്ത് എന്ന് പറയുന്നത് 80 സെൻറ്റിമീറ്റർ ആണ്. നമുക്കതിനെ ലൈക്ക് സ്ക്വയർ എടുത്ത് ചെയ്യുകയാണെങ്കിൽ 8ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 64 വന്നു അല്ലേ? ഇവിടെ ഒരു 10 ഉണ്ടായിരുന്നു, അത് നോക്കുമ്പോഴത്തേക്ക് എത്ര വന്നിടാം മക്കളെ? 10⁻2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ആണല്ലോ? അതെ, 10⁻2. യെസ്, അതെ. 10⁻2 എന്ന് വന്നു ഇൻറ്റു അടുത്ത എന്താണുള്ളത്? ഒമേഗ അല്ലേ? ഒമേഗ എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്? 2πf എന്നാണ് എഴുതേണ്ടത്. ആണല്ലോ? സോ 2π ഇൻറ്റു ഇവിടെ എഫ് നിങ്ങൾ നോക്കിയാൽ കുഞ്ഞുങ്ങളെ, എഫ് എന്ന് പറയുന്നത് എത്രയാണ് വരിക? 1200 ഡിവൈഡഡ് ബൈ എത്ര വരും? 60 വരും. എന്തുകൊണ്ട്? ഇവിടെ റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആണ്. ശരിയല്ലേ? ആണല്ലോ? അവിടെ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇത് എത്ര വരും? ഇത് നോക്കിക്കേ, ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്ന സമയത്ത് ഇത് ഇവിടുന്ന് 0 കട്ടായി പൊക്കോളും, ഇത് ഇവിടുന്ന് കട്ടായി പൊക്കലും ഇവിടെ 2 ആയിരിക്കും ഉണ്ടാകുക. ഇവിടുന്ന് ഇത് പോയി 2 ആയി, ലൈക്ക് ബാക്കി എത്രയുണ്ട്? 32 ആയിരിക്കും മുകളിൽ ഉണ്ടാകുക. ശരിയല്ലേ? 32 ടൈംസ് ഇവിടെ ഒരു പൈ ഉണ്ടല്ലേ, ഇൻറ്റു 10⁻5 എന്നുള്ള ആൻസറിലോട്ട് എത്തും. സോ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് n ടൈംസ് പൈ എന്നുള്ളൊരു ഫോർമാറ്റിലായിരുന്നു. സോ n എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല 32 എന്നൊരു ആൻസറിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈക്ക് ക്രൂഷ്യൽ ആയിട്ടുള്ള 2 ഏരിയ ആയിരുന്നു ഉണ്ടായിരുന്നത്. പോയിന്റ് നമ്പർ 1 ബി എന്തായിരുന്നു? 2 ഇവിടെ മിസ്റ്റേക്ക് വരുത്താൻ സാധ്യത ഉണ്ടായിരുന്നത് ലൈക്ക് ഒമേഗൻ്റെ വാല്യൂയിലോട്ട് എത്തുമ്പോൾ ഇത് റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആണെന്നും റൊട്ടേഷൻസ് പെർ സെക്കൻഡ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒമേഗയിലോട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം അവിടെ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയ ആയിരുന്നു. അടുത്തത് എ റെക്ടാങ്കുലർ ലൂപ്പ് ഓഫ് length 2.5 meter and width 2 meter is placed at an angle 60 degree to the magnetic field of 4 Tesla. The loop is removed from the field in 10 seconds എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ the average EMF എന്നാണ്. സോ ലൂപ്പ് ഈസ് 2π എന്തിനാ? ആംഗുലർ വെലോസിറ്റി അല്ലേ തന്നത്? ആംഗുലർ ഫ്രീക്വൻസി ആണല്ലോ. ഡാർവിൻസ് ഫാദർ മോനെ, ഇവിടെ നമ്മൾ നോക്കണം. ഈ തന്നിരിക്കുന്നത് ആംഗുലർ വെലോസിറ്റി ഓഫ് നോക്കിക്കേ 120 റൊട്ടേഷൻസ് പെർ മിനിറ്റ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ശരിയല്ലേ കുഞ്ഞെ? ഓക്കെ. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ലൂപ്പ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ 60 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണല്ലോ? സോ cos 60 ഇവിടെ തീർച്ചയായിട്ടും ഉണ്ടാകും. ഇനി നമ്മൾ ഏരിയ എടുത്ത് നോക്കുകയാണെങ്കിൽ നോക്കിയാൽ മക്കളെ, ഏരിയ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 2.5 എന്ന് പറയുമ്പോൾ 5/2 ഇൻറ്റു 2 എന്ന് വന്നു. ശരിയല്ലേ? ഇൻറ്റു cos θ എന്ന് പറയുമ്പോൾ എത്ര വന്നു മക്കളെ? 1/2 എന്നുള്ളൊരു ടേം വരും. 3 ബ്ലേഡ്സ് കൺസിഡർ ചെയ്യേണ്ടേ സർ? 3 ബ്ലേഡ്സിൻ്റെ കാര്യമില്ല, കാരണം നമ്മൾ ബ്ലേഡ് എടുക്കുമ്പോഴത്തേക്ക് നോക്കിയതല്ലേ. സോ ഇതാണ് ബ്ലേഡിൻ്റെ കോമൺ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. സോ എ, ഇത് കോമൺ പോയിന്റ് ബി ആയിട്ട് വരുന്നുണ്ട്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഗോയിങ് ടു ബി ദ സെയിം ഓൺലി. ഓൾ റൈറ്റ്. സോ അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 4 ടെസ്ലാണ്. ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് എത്ര വന്നു? നമ്മൾ എഴുതി 5/2 ഇൻറ്റു 2 ടൈംസ് 1/2 ആണല്ലോ. ആൻഡ് ദിസ് ഈസ് ബീങ് റിമൂവ്ഡ് ഇൻ എത്ര സെക്കൻഡ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ദിസ് ഈസ് ബീങ് റിമൂവ്ഡ് ഇൻ 10 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ടൈം എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 10 വരും. സോ ഇവിടെ നമ്മൾ ക്യാൻസലേഷൻ നടത്തി പോവുകയാണെങ്കിൽ ഇവിടെ എത്ര വന്നു? 2 വരുന്നുണ്ട് അല്ലേ? സോ ന്യൂമറേറ്റർ എത്രയാണ്? ന്യൂമറേറ്ററിൽ 10ഉം ഡിനോമിനേറ്ററിൽ 10ഉം ആണ്. സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര വന്നു? +1 എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ആണല്ലോ? ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദിസ് ഈസ് ദ ലൂപ്പ് ഈസ് ബീങ് റിമൂവ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫ്ലക്സ് എന്ത് ചെയ്യുന്നുണ്ടോ? കുറയുകയാണ്. വിച്ച് മീൻസ് വിച്ച് വിൽ ബി ട്രൈങ് ടു ഇൻക്രീസ് ദ ഫ്ലക്സ്. സോ ആൻസർ നമുക്ക് എത്ര വരും? +1 എന്നുള്ളൊരു ആൻസറിലോട്ടായിരിക്കും എത്തുന്നത്. ഫ്ലക്സ് കുറയുകയാണ് ചെയ്തത്. സോ ഫ്ലക്സ് കുറയുന്നതുകൊണ്ട് ദ ഇൻഡ്യൂസ്ഡ് EMF dϕ/dt എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്. സോ dϕ/dt ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് -d/dt ഓഫ് ϕ ആണ് അല്ലേ? സോ നമുക്കിപ്പോൾ dϕ/dtൻ്റെ വാല്യൂ ആണ് എന്തെന്ന് കിട്ടിയത്? മൈനസ് നിട്ട്. സോ മൈനസ് ഓഫ് മൈനസ് എന്തായി പോകും? പ്ലസ് ആയിട്ട് പോകും. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡാർവിനെ കുഞ്ഞാ, നിനക്ക് മനസ്സിലായിരുന്നു? 3 ബ്ലേഡ്സിൻ്റെ കേസിന് ഞാൻ റിപ്ലൈ ചെയ്തിരുന്നു. ഗൗതം കൃഷ്ണ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡാർവിൻ കുഞ്ഞെ, നീ 2π എന്തിനാണെന്ന് ചോദിച്ചിരുന്നു. ഞാൻ അതിൻ്റെ ആൻസർ പെട്ടെന്നുള്ള ഒരു ഫ്ലോയിൽ തന്നെ പറഞ്ഞു പോയി. ഐ തോട്ട് യു ക്യാച്ച്ഡ് ഇറ്റ് അപ്പ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓൾ റൈറ്റ്. അടുത്ത മക്കളെ, മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ ക്ലോസ്ഡ് സർക്യൂട്ട് ഓഫ് റെസിസ്റ്റൻസ് 8 ohm വേരീസ് വിത്ത് ടൈം ആസ് പറഞ്ഞിട്ടുണ്ട്. അതായത് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ വേരിയേഷൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ϕ = 5t² - 36t+1 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ dϕ/dt നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇത് കിട്ടുന്നത് എത്ര വരും കുഞ്ഞേ? 10 ടൈംസ് t അല്ലേ? 10 ടൈംസ് t -36 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഡ്യൂസ്ഡ് വെൻ ടൈം = t സെക്കൻഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അവിടെ നമ്മൾ t = 2 സെക്കൻഡിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളോട് എത്ര പറഞ്ഞിട്ടുണ്ട്? കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സോ കറണ്ട് I = എന്ത് വരും മക്കളെ? V/R എന്ന് വരും. വീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ഇൻറ്റു അല്ലെ 2 മൈനസ് ഓഫ് എത്രയാണ് വരിക? 36 എന്ന് വരും. ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്?
8 ആണ്. സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്ര വരും? 2 എന്നൊരു ആൻസറിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. ഐ തിങ്ക് ഇറ്റ് വാസ് ക്ലിയർ. ഓക്കെ അല്ലേ? 16/8 അതിലോട്ട് വരും. ഫൈൻ. അടുത്ത നമ്മൾ പോകുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടുമായിട്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലോട്ടാണ്. സോ ആവറേജ് കറണ്ടിൻ്റെയും അതുപോലെ തന്നെ RMSൻ്റെയും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അതിൻ്റെ വേരിയേഷൻ എങ്ങനെയുള്ളത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതുപോലെ തന്നെ കപ്പാസിറ്റീവ് റിയാക്ടൻസിൻ്റെ ഫ്രീക്വൻസിയുമായിട്ട് കണക്ട് ചെയ്യുന്ന റിലേഷൻസ്, അത് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഗ്രാഫിക്കൽ റിലേഷൻസ് അത് സർ ഓൾ റൈറ്റ്. ഓക്കെ മോ ഓക്കെ താങ്ക് യു. സോ ഞാൻ പറഞ്ഞു വെച്ചത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അതുപോലെ തന്നെ കപ്പാസിറ്റീവ് റിയാക്ടൻസ്, ഫൈൻ. ഇഫക്റ്റീവ് റിയാക്ടൻസിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VRMS IRMS cos phi ആവറേജ് പവറിൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. ഇമ്പിഡൻസ് ഓഫ് ദ RMS സർക്യൂട്ട് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഒരു AC സർക്യൂട്ട്, പ്യുവർ AC സർക്യൂട്ടിലും അതുപോലെ തന്നെ പ്യുവർ AC സർക്യൂട്ട്, ഐ മീൻ എന്താ പറയുക, പ്യുവർ റെസിസ്റ്റീവ്, പ്യുവർ കപ്പാസിറ്റീവ് ആസ് വെൽ ആസ് പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്സിനകത്തെ കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും റിലേഷൻഷിപ്സ് ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നമ്മൾ സെയിം ഫേസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കറിയാം π/2 ഒരു ഫേസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, കപ്പാസിറ്ററിൻ്റെ കേസിലും അതേ കേസ് ആപ്ലിക്കബിൾ ആണ്. പക്ഷേ ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് ലീഡ് ചെയ്യുമ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യുന്നു, കറണ്ട് ലാഗ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? പവർ ഫാക്ടർ എന്ന് പറയുന്ന ടേം 0 ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ പവറിൻ്റെ വാല്യൂ ഇവിടെ DK വരുമ്പോഴത്തേക്കും 0 ആയിട്ട് വരുന്നതായിരിക്കും. സെയിം ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ദിസ് കേസ് ആസ് വെൽ. ഒരു കാരണവശാലും അത് മിസ് ചെയ്ത് കളയരുത്. RC സർക്യൂട്ടിൽ വരുമ്പോഴത്തേക്കും ഇഫക്റ്റീവ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് R² + XC² ആണ്. ഇഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ VR² + VC² വരും. അത് ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഏരിയ ആണ്. അതുപോലെ തന്നെ LC സർക്യൂട്ട് വരുമ്പോഴത്തേക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, ഇഫക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് ദിസ് ഈസ് എൻ LC സർക്യൂട്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇഫക്റ്റീവ് റിയാക്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കേസാണ്. അത് എത്ര വരിക? XL - XC ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു കേസിനകത്ത് വരുമ്പോഴത്തേക്കും അവിടുത്തെ ഫേസ് ഡിഫറൻസും അതുപോലെ തന്നെ ഈ XL = XC ആകുന്ന സമയത്തെ ഫ്രീക്വൻസി, അതിന് നമ്മൾ ഇമ്പിഡൻസ് റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നുണ്ട്. റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ω = √L/C. ആ ഒരു റിലേഷൻഷിപ്പ് ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. LCR സർക്യൂട്ട് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനകത്ത് കറണ്ടിൻ്റെ കേസ് ആണെങ്കിലും അതുപോലെ തന്നെ വോൾട്ടേജിൻ്റെ റിലേഷൻഷിപ്സ്, ഇഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? VR² അല്ലേ VL - VC ² √ ആയിരിക്കും. അതുപോലെ തന്നെ ഇഫക്റ്റീവ് ഇമ്പിഡൻസിൻ്റെ കാര്യം ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. തീരാൻ പോവുകയാണ്. ഫൈൻ. ഇനിയും റെസൊണൻസിലോട്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാം XL = XC വരുന്ന കേസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റെസൊണൻസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് അവിടെ ഓഫർ ചെയ്യപ്പെടുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഐ മീൻ ദ ഓപ്പോസിഷൻ വിച്ച് ഈസ് ബീങ് ഫേസ്ഡ് ബൈ ദ കറണ്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഓൺലി ഡ്യൂ ടു ദ റെസിസ്റ്റൻസ് ആയിരിക്കും. ആ കണ്ടീഷനിൽ XL = XC ആയിരിക്കും അവിടുത്തെ ഗ്രാഫ്. അതുപോലെ തന്നെ അവിടുത്തെ Q ഫാക്ടർ റിലേഷൻഷിപ്പ് 1/R √ L/C എന്നുള്ള Q ഫാക്ടർ റിലേഷൻ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞ നമ്മൾ ചോദിച്ചിരുന്ന ഏരിയാസ് ഉണ്ട് ഇതിനകത്തുനിന്ന്. അത് മറ്റൊന്നുമല്ല മക്കളെ, ഗ്രോത്ത് ആൻഡ് ഡീകേ ഓഫ് കറണ്ട് ഇൻ ആൻ ഇൻഡക്ടർ. ഗ്രോ ചെയ്യുന്ന സമയത്ത് I = I0 × 1 - e⁻⁻ RT/L ഉം DK ആകുന്ന സമയത്ത് എന്തായിരിക്കും മക്കളെ? I = I0 × e⁻⁻ RT/L ആയിരിക്കും. അതുപോലെ തന്നെ ദ സെയിം വേ ഗ്രോത്ത് ആൻഡ് ഡീകേ ഓഫ് കറണ്ട് ത്രൂ a resistor in a capacitor Q = Q0 × 1 - e⁻⁻ T/RC എന്ന് പറയുമ്പോൾ DKൻ്റെ കേസിൽ Q = Q0 e⁻⁻ T/RC ആയിരിക്കും വരുന്നത്. ട്രാൻസ്ഫോമറുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസ്ഫോമറിൻ്റെ റേഷ്യോ, ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ റേഷ്യോ, നമ്പർ ഓഫ് ടേൺസ്, വോൾട്ടേജ്, കറണ്ട്, ആ റിലേഷൻഷിപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ നിങ്ങൾക്കെല്ലാം അറിയാം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ് എന്ത്? ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ പറയുന്നത് മറ്റൊന്നുമല്ല NS/NP = ES/EP = IP/IS. അതായത് Nനും Eക്കും സെയിം ആണ്. കറണ്ട് വരുമ്പോഴത്തേക്കും അത് ഫ്ലിപ്പായി പോകുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് പറഞ്ഞിരിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിലോട്ട് വരികയാണെങ്കിൽ ഒന്നാമത് നിങ്ങൾ നോക്കിയ മക്കളെ, ഈ ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇൻ ആൻ LCR സീരീസ് സർക്യൂട്ട് ദ കപ്പാസിറ്റൻസ്, ഓക്കെ, in an LCR series circuit, the capacitance is changed from C to 4C to keep the resonance frequency unchanged. അങ്ങനെയാണെങ്കിൽ ദ ന്യൂ ഇൻഡക്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം. ശരിയല്ലേ? സോ അതായത് മറ്റൊന്നുമല്ല മക്കളെ, സീൻ്റെ വാല്യൂ എത്രയായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? 4C ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ Lൻ്റെ വരേണ്ട L' എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഫൈൻ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾക്കെല്ലാം അറിയാം റെസൊണൻസ് ഫ്രീക്വൻസി അൺചേഞ്ച്ഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. സോ റെസൊണൻസ് ഫ്രീക്വൻസി അൺചേഞ്ച്ഡ് ആയിരിക്കണം മീൻസ് ω എന്ന് പറയുന്ന വാല്യൂ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മളിവിടെ ഡിറൈവ് അങ്ങോട്ട് ചെയ്ത് ഇവിടെ ജസ്റ്റ് അങ്ങോട്ട് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ω = എത്രയായിരിക്കണം മക്കളെ? √L in ω എന്ന് പറയുന്നത് 1/, that is equal to 1/,
√L × C എന്ന് പറയണം. ശരിയല്ലേ? ഇത് ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നാണ് ആണല്ലോ. സോ ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എത്രയായി? സീനെ 4 ടൈംസ് C ആക്കി. അങ്ങനെയാണെങ്കിൽ L എത്ര ആകണം? L/4 ആകണം. സോ അങ്ങനെ എത്ര ചേഞ്ച് എത്ര വന്നടാ? 3L/4 ആണ് ചേഞ്ച്. ഓപ്ഷൻ 3 ആയിരിക്കും വരുന്നത്. അല്ലേ മോനെ? എല്ലിൻ്റെ വാല്യൂ ആണ് 1/4 എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചേഞ്ച് ആണ് മോനെ, ചേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ശരിയല്ലേ? ഇനിയും അടുത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. A primary coil of transformer is connected to 220 volt primary and secondary terminal of the transformer is 110 respectively. Secondary coil of transformer is connected to 2 series as shown in the figure. So ഇവിടെ നിങ്ങൾക്ക് ഒരു ഫിഗർ ഇവിടെ മിസ്സിംഗ് ആണ്. ഞാൻ ആ ഫിഗർ ഇവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. So this is that figure and here we are having two resistance, that is 15k over here and we are having a 7k over here and they have taken this as the output one. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഫൈൻ. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്പർ ഓഫ് ടേൺസ് 100 ആസ് വെൽ ആസ് 10 ആണ്. റേഷ്യോ പറയുമ്പോഴത്തേക്ക് എത്ര വരുന്നുണ്ട്? റേഷ്യോ വരുമ്പോഴത്തേക്കും ലൈക്ക് 10/100 ആണ് വരുന്നത്. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര വരിക? ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈമറി കോയിൽ എന്ന് പറയുന്നത് 220 ആണ്. സോ അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ്, അതായത് ഇതിൻ്റെ അക്രോസ് എടുക്കുന്ന EMF എന്ന് പറയുന്നത് എത്ര വരും? 22 എന്ന് വരും. എത്ര വരും? 22 എന്ന് വരും. ഇനി നമ്മളിവിടെ മൊത്തം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 15k ഉണ്ട്, ഇവിടെ എത്രയുണ്ട്? 22k ഉണ്ട്. സോ ഔട്ട്പുട്ട് സർക്യൂട്ടിനകത്ത് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R ഈക്വലൻ്റ് എന്ന് പറയുന്നത് എത്ര വന്നു മക്കളെ? 22k ഓം ആണ്, 22 കിലോ ഓം ആണ്. സോ അതുകൊണ്ട് തന്നെ അതുവഴി പോകുന്ന ഔട്ട്പുട്ട് കറണ്ട് ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് 22/22k വരും. മനസ്സിലാകുന്നുണ്ടല്ലോ? ദാറ്റ് മീൻസ് 1 മില്ലി ആംപിയർ ആണ് അതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഔട്ട്പുട്ട്, അതായത് 7 കിലോ ഓം ഉള്ള റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. V = I × R എന്നുള്ള ഫോമുല അടിച്ചു കൊടുക്കുക. I എത്രയാണ് മക്കളെ? I എന്ന് പറയുന്നത് 1 × 10⁻³ ആണ്. സോ നമ്മൾക്ക് ആൻസർ എത്ര കിട്ടും? 7 വോൾട്ട് ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ശരിയല്ലേ? ആണല്ലോ? ഫൈൻ. ഇനി EM വേവ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് മാക്സ്വെൽസ് ഇക്വേഷൻസ്. 4 ഇക്വേഷൻസും E.dc = Q0/ε0, B.ds = 0, ഈ ക്ലോസ്ഡ് ഇന്റർവൽ ഓഫ് E.dc = -dϕ/dt എന്നുള്ള റിലേഷനും, അതുപോലെ തന്നെ മാക്സ്വെൽസ് എന്താ പറയുക, ആംപിയേഴ്സ് മാക്സ്വെൽ ലോ ആയിട്ടുള്ള, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും കണ്ടക്ഷൻ കറണ്ടോടുമായിട്ടുള്ള കമ്പൈൻഡ് റിലേഷൻ, ഈ 4 ഇക്വേഷൻസുമായിട്ട് ബന്ധപ്പെട്ട മാച്ച് ദ ഫോളോയിങ് എന്നുള്ള ക്വസ്റ്റ്യൻ 2024 ചോദിച്ചിരുന്നു. ഒരു കാരണവശാലും അത് മിസ് ചെയ്ത് കളയരുത്. അതുപോലെ തന്നെ EM വേവ്സിൻ്റെ ഇക്വേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അപ്രോച്ചബിൾ ആകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും പ്രൊപ്പഗേറ്റിംഗ് വേവിൻ്റെ ഇക്വേഷൻ ഫോർമാറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് E0 = sin of ωt into omega of t minus x/c എന്നുള്ള C എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, പ്രൊപ്പഗേറ്റിംഗ് സ്പീഡാണ്. ആ ഇക്വേഷൻ്റെ ഫോർമാറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. തന്നിരിക്കുന്ന ഫോർമാറ്റിൽ നിന്നിട്ട് ഒമേഗ കണ്ടുപിടിക്കാനായിട്ടും K കണ്ടുപിടിക്കാനായിട്ട് V കണ്ടുപിടിക്കാനായിട്ടുള്ള എല്ലാ ടെക്നിക്കും നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിലേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, അതായത് ഒമേഗനെ അകത്തോട്ട് കയറ്റിയിട്ടുള്ള മാറ്റങ്ങൾ വെച്ചിട്ടുള്ള ഇക്വേഷൻസിൻ്റെ മോഡുലേഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനിയും ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം മക്കളെ, പ്രോപ്പർട്ടീസ് ഓഫ് EM വേവ്സ് ക്വസ്റ്റ്യൻസ് അറഞ്ചം പുറഞ്ചും ചോദിക്കുന്ന ഏരിയ ആണ്. എന്തൊക്കെയാണ്? ഒന്ന്, സ്പീഡുമായിട്ട് കണക്ട് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? സ്പീഡ് ജനറൽ എക്സ്പ്രഷൻ നമ്മൾ പറയുന്നത് എങ്ങനെയായിരിക്കും? C = 1/√μ0 × ε0. ശരിയല്ലേ? ഇനി മറ്റേതൊരു മീഡിയത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ എന്ത് വരും? ഇവിടെ 1/√μ × ε എന്നുള്ള ഫോർമാറ്റിലോട്ട് ഈ സാധനം മാറും. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് കണക്ട് ചെയ്യുന്ന റിലേഷൻസ് E/B = C. അത് നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ ആവറേജ് എനർജി ഡെൻസിറ്റി, ആവറേജ് മാഗ്നറ്റിക്, ലൈക്ക് ഇതെന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആവറേജ് വാല്യൂ ആണ്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആവറേജ് വാല്യൂ ആണ്. ഇത് രണ്ടും സെയിം ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകരുത്. അടുത്ത് നമ്മൾ പറയുന്നത് മറ്റൊന്നുമല്ല മക്കളെ, ലീനിയർ മൊമെൻറ്റം ഓഫ് ദ EM വേവ്സ്, അതായത് കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യുന്ന കേസിലും അതുപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കേസസിലും എന്താണ് എന്നുള്ളത് മസ്റ്റായിട്ട് മനസ്സിലാക്കണം. കംപ്ലീറ്റ്ലി അബ്സോർബിങ് കേസിൽ നമ്മൾ എഴുതുക U/C അതുപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കേസിൽ നമ്മൾ ലീനിയർ മൊമെൻറ്റമായിട്ട് എഴുതുന്നത് എത്രയാണ്? 2U/C ആയിരിക്കും. അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്. ഫൈൻ. അടുത്തതായിട്ട് ഫൈനലി നിങ്ങൾക്ക് പറയാനുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രോമായിട്ട്, ലൈക്ക് ഇതിൻ്റെ വേവ് ലെങ്തിൻ്റെ റേഞ്ച് എന്താണ്, ഫ്രീക്വൻസിൻ്റെ റേഞ്ച് എന്താണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ ഇതിൻ്റെ യൂസസ്, അതായത് ഇൻഫ്രാറെഡും വിസിബിൾ റേസും അൾട്രാ വയലറ്റ് റേസും എക്സ് റേസും ഗാമ റേസും എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്തെല്ലാമാണ് അതിൻ്റെ യൂസസ് എന്നുള്ളത് വളരെ വളരെ മസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഐ റിപ്പീറ്റ് വൺസ് അഗെയിൻ,
how to produce this category like infrared, visible, ultraviolet, x-ray, gamma rays ഇതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതും ഇതിൻ്റെ വോൾട്ടേജ് അല്ല ഇതിൻ്റെ വേവ് ലെങ്ത് ആസ് വെൽ ആസ് ഫ്രീക്വൻസി റേഞ്ച് എന്താണെന്നുള്ള ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന് ഏതെല്ലാം യൂസസ് ആണ്, ഇതിൻ്റെ മെയിൻ യൂസസ് എന്താണെന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി ഇതുമായിട്ടുള്ള വളരെ രണ്ട് ക്വസ്റ്റ്യൻസ് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഒന്നാമത് നോക്കുകയാണെങ്കിൽ നോക്കിക്കേ, ഇൻ എ പ്ലെയിൻ EM വേവ് ദ ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ്സ് സിനുസോയിഡലി at a frequency of 5 × 10⁻10 Hz and the amplitude is 50 എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ the total average energy density of the electron in ഇത് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്നുള്ളത് വളരെ സിമ്പിളാണ്. നമുക്കിവിടെ തന്നിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആവറേജ് എനർജി ഡെൻസിറ്റിയുടെ കാര്യം നമുക്കറിയാം. U നമ്മൾ എന്തെന്ന് എഴുതുന്നത്, U = 1/4 ടൈംസ് ε0 എന്തെന്ന് എഴുതുന്നു മക്കളെ, E0² എന്ന് എഴുതുന്നു ആണല്ലോ. ഫൈൻ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ എനർജി ഡെൻസിറ്റി. നമ്മൾ ചോദിച്ചിരിക്കുന്ന ടോട്ടൽ എനർജി ഡെൻസിറ്റിനെ കുറിച്ചാണ്. സോ ഇത് എത്ര വരുന്നു, 1/4 × ε0 ടൈംസ് E0² എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ, 50² ആണല്ലേ. ഇൻറ്റു എന്ത് ചെയ്യുക, 2 ചെയ്യുക, നിങ്ങൾ ആൻസറിലോട്ട് എത്തും. അത് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1.106 × 10⁻⁸ എന്നുള്ളൊരു ആൻസറിലോട്ടായിരിക്കും നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റുക. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? Alright, ഇനിയും അടുത്ത നിങ്ങൾ നോക്കിക്കേ, എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഓഫ് ഫ്രീക്വൻസി 35 MHz ട്രാവൽ ഇൻ എ ഫ്രീ സ്പേസ് അലോങ് x ഡയറക്ഷൻ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇക്വൽ ടു 9.6 J വോൾട്ട് പെർ മീറ്റർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള റിലേഷനാണ്. നോക്കിക്കേ, 9.6 ഓൾ ഡിവൈഡഡ് ബൈ സ്പീഡ് എത്രയാണ് മക്കളെ, സ്പീഡ് എന്ന് പറയുന്നത് 3 × 10⁸ ആണ്. സോ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ആൻസറിലോട്ട് എത്താൻ പറ്റും, 3.2 × 10⁸ എന്നുള്ള ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. മനസ്സിലാകുന്നുണ്ടല്ലോ? സോ വളരെ ഈസി ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു നമ്മൾ കഴിഞ്ഞു പോയത്. സോ ഇനി നിങ്ങളുടെ അടുത്ത ക്ലാസ്സിന് വേണ്ടി ടീച്ചേഴ്സ് വെയിറ്റ് ചെയ്യുന്നു. സോ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നാളത്തെ എക്സാം നിങ്ങൾക്ക് ഇതുവരെ അപ്പിയർ ചെയ്ത JEE എക്സാംസിലെ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു എക്സാം ആയിരിക്കട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സെഷനകത്ത് ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നുള്ള വിശ്വാസത്തോടെ സൈൻ ഓഫ് ചെയ്യുന്നു. വൺസ് അഗെയിൻ ദ വെരി വെരി ബെസ്റ്റ് പ്രയേഴ്സ് ഫോർ യു ഓൾ. ഗ്രേറ്റ് ടൈം അഹെഡ്. ഹലോ സ്റ്റുഡൻസ്, ഗുഡ് ആഫ്റ്റർനൂൺ. എടാ എല്ലാവർക്കും കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റിൽ പറയാം. ഓക്കെ, സോ എല്ലാം വിസിബിൾ ആണ്, ഓഡിബിൾ ആണ്, ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് പറയാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ +2-ലെ ഓർഗാനിക് കെമിസ്ട്രി ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്.
സോ കഴിഞ്ഞ നമ്മുടെ ഈ മെനഞ്ഞാന്ന് നടന്ന മാരത്തോണ്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിക്കൊണ്ട് തന്നെ, അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റുള്ള ക്വസ്റ്റ്യൻ എടുക്കുന്നു, ആ ക്വസ്റ്റ്യനിൽ നിന്ന് എന്തെല്ലാം അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണോ നമുക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് അതൊക്കെ നമ്മളിവിടെ പ്രൊഡിക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു പോകും. അതാണ് നമ്മുടെ മെത്തേഡ്. സോ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല, പലരും കണ്ടിട്ടുള്ള പരിചയമുള്ള ക്വസ്റ്റ്യൻ, പക്ഷെ അത് റിലേറ്റ് ചെയ്ത് ഇനി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിൻലി. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ നിങ്ങൾ നോക്കൂ. അതായത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ഇൻ അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എമംഗ് ദ ഫോളോയിങ്. ഇവിടെ നിങ്ങൾക്ക് 4 ഗ്രൂപ്പുകളോളം തന്നിട്ടുണ്ട് അല്ലേ? 4, 1, 2, 3, 4, 5 ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. ഈ 5 ഗ്രൂപ്പിൽ അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഡീആക്ടിവേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകൾ ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗിൽ നിന്ന് പുറത്തേക്ക് കോൺജുഗേറ്റഡ് ആയിട്ട് വരുന്ന ഡബിൾ ബോണ്ട്സ് അല്ലെങ്കിൽ പൈ ബോണ്ടുകൾ വരുമ്പോഴാണ് അത് ഡീആക്ടിവേറ്റിംഗ് ആയിട്ട് വരിക, പുറത്തേക്ക് -m ഇഫക്റ്റ് കാണിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ ബെൻസീൻ റിങ്ങിൻ്റെ പുറത്തേക്കാണ് ഇതിൻ്റെ കോൺജുഗേഷൻ ഉള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ ഡബിൾ, സിംഗിൾ, ഡബിൾ, ഇത് പുറത്തേക്ക് കോൺജുഗേറ്റഡ് സിസ്റ്റം വരുമ്പോൾ ഇലക്ട്രോൺ ക്ലൗഡ് നേരെ റിങ്ങിൽ നിന്ന് പുറത്തേക്കാണ് പോവുക. അപ്പോൾ അത് റിംഗ് ബിക്കംസ് ലെസ് ആക്റ്റീവ് അല്ലെങ്കിൽ ഡീആക്ടിവേറ്റഡ് ആയിട്ട് മാറും. ഇനി റിങ്ങിലേക്കാണ് കോൺജുഗേഷൻ എങ്കിൽ, അതായത് റിങ്ങിനോട് അറ്റാച്ച് ചെയ്തിട്ട് ആര് വരണം? ലോൺ പെയർ ഉള്ള സ്പീഷീസ് വരിക. അപ്പോൾ അത് റിങ്ങിലേക്കാണ് കോൺജുഗേഷൻ വരുന്നത്, റിങ്ങിലേക്ക് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. എന്നാൽ പുറത്തേക്ക് ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് വരുന്ന കേസുകൾ ഉണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ എന്താ സംഭവിക്കുക? കോൺജുഗേഷൻ പുറത്തേക്കാണ് എന്ന് വെച്ചാൽ റിങ്ങിനെ ഡീആക്ടിവേറ്റ് ചെയ്യും. ഇനി നമ്മൾ ഓരോ കേസ് എടുത്ത് നോക്കുക. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ C ഡബിൾ ബോണ്ട് OOCH3 എന്നാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ ഡബിൾ, സിംഗിൾ, ഡബിൾ, പുറത്തേക്ക് കോൺജുഗേഷൻ വന്നു. അപ്പോൾ ഇവൻ ഡീആക്ടിവേറ്റിംഗ് ആണ്. ഇനി അടുത്ത നോക്കൂ നിങ്ങൾ, അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് NHC ഡബിൾ ബോണ്ട് OCH3. ഇവിടെ നോക്കണം, ഇവിടെ കോൺജുഗേഷനിൽ ലോൺ പെയർ ഇലക്ട്രോൺസാണ് വന്നിരിക്കുന്നത്. കോൺജുഗേഷനിൽ ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവൻ റിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, സോ അവിടെ റിങ് ആക്ടിവേഷൻ ആണ്. അപ്പോൾ ഇവൻ റിങ്ങിനെ ഡീആക്ടിവേറ്റ് ചെയ്യും, ഇവൻ റിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുക. ഇവിടെയും അഗെയിൻ എന്താണ്? നൈട്രജൻ ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ അവിടെ ലോൺ പെയർ ആണ് കോൺജുഗേഷനിൽ വന്നത്, ഡബിൾ ബോണ്ട് ഇല്ല അവിടെ. അതുകൊണ്ട് നമുക്ക് പറയാം അതും എന്താ ചെയ്യുക? ഇലക്ട്രോൺ റിങ്ങിലേക്ക് കൊടുക്കുക ചെയ്യുക, റിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ അടുത്ത നിങ്ങൾ നോക്കൂ, സൈനോ ഗ്രൂപ്പ്, അവിടെ കോൺജുഗേഷൻ പുറത്തേക്ക് വന്നു അല്ലേ? ഡബിൾ, സിംഗിൾ, ട്രിപ്പിൾ, ഇതൊരു കോൺജുഗേഷൻ ആണ്. കോൺജുഗേറ്റഡ് സിസ്റ്റം when it is outside the benzene ring then this is deactivating in nature. ഇവിടെ ഡീആക്ടിവേഷൻ ആണ്. ഇനി അടുത്ത് നോക്കൂ, OCH3 ആണ്. OCH3 എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ മുകളിൽ എന്താ ഉള്ളത്? ഓക്സിജന്റെ മുകളിൽ ലോൺ പെയറാ. സോ അവിടെ ലോൺ പെയർ ആണ് കോൺജുഗേഷനിലുള്ളത് എങ്കിൽ റിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുക. സോ ഇവനും എന്താണ്? റിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ആളാണ്. നമ്മളോട് ചോദിച്ചത് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് എത്ര ഉണ്ടെന്നാണ്. 1, 2 ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. ഇവർ കൂടാതെ വേറെ ഏതൊക്കെ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ട്? മറ്റ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ N ഡബിൾ ബോണ്ടോ കോർഡിനേറ്റ് ബോണ്ടോ, അതായത് NO2 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം റിങ്ങിൽ നിന്ന് പുറത്തേക്ക് കോൺജുഗേഷൻ ഉള്ള ആളാണ്, ഡീആക്ടിവേറ്റിംഗ് ആണ്. ഇനി അതേപോലെ തന്നെ ബെൻസാൽഡിഹൈഡ്, ഇവിടെ C ഡബിൾ ബോണ്ടോ H, അതും എന്താണ്? റിങ്ങിനെ ഡീആക്ടിവേറ്റ് ചെയ്യുന്ന ആളാണ്. ഇനി മറ്റ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഏതാണുള്ളത്? C ഡബിൾ ബോണ്ടോ OH, ഇതും എന്താണ്? പുറത്തേക്ക് ഡബിൾ ബോണ്ട് വന്നു, കോൺജുഗേഷൻ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും റിങ്ങിനെ ഡീആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് റിങ്ങിനെ ഡീആക്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ. ലോൺ പെയർ ആണ് കോൺജുഗേഷനിലെങ്കിൽ അത് ഉള്ളിലേക്കാണ് ഇലക്ട്രോണിനെ കൊടുക്കുക. ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് ആണ് കോൺജുഗേഷനിൽ വരുന്നെങ്കിൽ അത് പുറത്തേക്കാണ് ഇലക്ട്രോണിനെ വലിക്കുക. അപ്പോൾ ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ റിങ്ങിനെ ഡീആക്ടിവേറ്റ് ചെയ്യുകയും എന്നാൽ ലോൺ പെയർ കോൺജുഗേഷനിൽ വരുമ്പോൾ റിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഹിയർ ദി ആൻസർ ഇസ് 2. ക്ലിയർ ആണോ മക്കളെ? ഇസ് ഇറ്റ് ക്ലിയർ? ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് ആൽക്കൈൽ ഹാലൈഡ് തന്നിട്ടുണ്ട്, ആൽക്കഹോളിക് KOH തന്നിട്ടുണ്ട്. ആൽക്കഹോളിക് KOH വന്നാൽ നമുക്കറിയാം അവിടെ എലിമിനേഷൻ റിയാക്ഷൻ ആണ്, കൺസേർട്ടഡ് മെക്കാനിസം ആണ്. ഇറ്റ് ഈസ് അണ്ടർഗോയിങ് എലിമിനേഷൻ റിയാക്ഷൻ അല്ലേ? എലിമിനേഷൻ റിയാക്ഷനിൽ നമുക്കിവിടെ ഇനീഷ്യലി എന്താ കിട്ടുന്നത്? CH3CH2 Br ആണ്. ഇവിടുന്ന് Brഉം ഇവിടുന്ന് Hഉം റിമൂവ് ആവും. അങ്ങനെ നമുക്കൊരു ആൽക്കീൻ കിട്ടും അല്ലേ? CH2 ഡബിൾ ബോണ്ട് CH2 എന്നൊരു ആൽക്കീൻ നമുക്ക് കിട്ടും.
ഓക്കെ അല്ലേ മക്കളെ? വോളിയത്തിന് പ്രശ്നമുണ്ടോ? വോളിയം പ്രശ്നമുണ്ടോ? ജസ്റ്റ് ഒന്ന് പറയണേ. അപ്പോൾ എനിക്കിവിടെ ഒരു ആൽക്കീൻ കിട്ടി. അടുത്ത് നോക്കൂ നിങ്ങൾ, Br2 ഇൻ പ്രസൻസ് ഓഫ് CCl4. Br2 ഇൻ പ്രസൻസ് ഓഫ് CCl4 നിങ്ങൾക്കറിയാം NCC ഫോം ചെയ്ത് നമുക്ക് നേരെ എന്തിലേക്ക് കിട്ടും? ഓരോ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് രണ്ടിലേക്കും Brൻ്റെ അഡീഷൻ നടക്കും. ഇനി ഇവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. അതായത് നമുക്ക് പലപ്പോഴായിട്ട് പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ CH3 CH ഡബിൾ ബോണ്ട് CH2 Br2 ലൈറ്റ് HNU എന്നോ അല്ലെങ്കിൽ സൺലൈറ്റ് എന്നോ അല്ലെങ്കിൽ ലൈറ്റ് എന്നോ ഒക്കെ കൊടുക്കാറുണ്ട്. ഇനി അതേ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെയും ചോദിക്കാറുണ്ട്, Br2 ഇൻ ഡാർക്ക് എന്ന് ചോദിക്കാറുണ്ട്. ഇതിൽ രണ്ടിലും രണ്ട് മെക്കാനിസം ആണ്. ഇവിടെ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അവിടെ നടക്കുക. അതായത് ഇവിടുന്ന് H റിമൂവ് ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഫ്രീ റാഡിക്കൽ CH2 റാഡിക്കൽ വിച്ച് ഇസ് ദ മോസ്റ്റ് സ്റ്റേബിൾ റാഡിക്കൽ. ഇവിടെയാണ് Br വരിക. ഓക്കെ. എന്നാൽ Br2 ഡാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സാധനം. ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ് അല്ലെങ്കിൽ ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് CS2 ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകൾ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള റിയേജൻറ്റുകളെയാണ് Br2 ഡാർക്ക് എന്ന് പറയുന്നത്. അവിടെ ചുമ്മാ എന്താണ്, അവിടെ ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് ആണ്. ഇലക്ട്രോഫൈൽ ആഡ് ചെയ്യുന്ന റിയാക്ഷനാണ് അവിടെ അണ്ടർഗോ ചെയ്യുന്നത്. അപ്പം നമുക്ക് Br2 ഡാർക്ക് എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ Br2 ഇൻ CCl4 എന്ന് പറഞ്ഞാലോ എന്താണ്, സാധനം ഒന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ശ്രദ്ധിക്കണം. സൺലൈറ്റ് ആണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ലൈറ്റ് കൊടുത്തു HNU എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അവിടെ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്, ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ നിങ്ങൾ മോസ്റ്റ് സ്റ്റേബിൾ റാഡിക്കൽ ഫോം ചെയ്യണം. ഓക്കെ, മോസ്റ്റ് സ്റ്റേബിൾ റാഡിക്കൽ ഫോം ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ എനിക്ക് എന്താ കിട്ടുക? CH2Br പൈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് രണ്ടിലേക്കും നമ്മുടെ Br അല്ലെങ്കിൽ ഇലക്ട്രോഫൈൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ്? KCN ആണ്, അഥവാ CN മൈനസ് SN2 മെക്കാനിസം വഴി രണ്ട് സൈഡിലും അറ്റാക്ക് ചെയ്യും. കാരണം എക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടി CN CH2 CN അല്ലേ? ഇനി അടുത്തത് എന്താ? കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് ആണ്. കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ CN എന്തായിട്ട് മാറും? കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. ഓക്കെ, കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. സോ COOH CH2 COH ഇതാണ് നമുക്ക് ഫൈനലി കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അനന്തു പറയുന്നത് കുറേ ടൈംസ് ചെയ്തു ഈ സെയിം ക്വസ്റ്റ്യൻ. നോക്കുക അനന്തു, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ക്വസ്റ്റ്യനിലേക്കല്ല നോക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ ചെയ്തോ ഇല്ലേ എന്നുള്ളതല്ല. ഈ Br2 ഡാർക്കിനെ കുറിച്ച് അനന്തുവിന് അറിയുമായിരുന്നോ? ഓക്കെ, ഇനി ഞാനിവിടെ പറയാൻ പോകുന്ന മറ്റ് പല കാര്യങ്ങൾ അനന്തുവിന് അറിയുമായിരുന്നു. ഇതാണ് വിഷയം. അല്ലാതെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യനുള്ള പോസിബിലിറ്റി ഉണ്ട് അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റു പോയിന്റ് കൂടി ഞാനിവിടെ പറയും. അതിലേക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ? ഇനി നോക്കൂ, ഇവിടെ പറഞ്ഞു, ഡാർവിൻ പറയുന്നു നെയിം അറിയില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഡാർവിനെ? നമ്മൾ അതിനൊരു പണിയുണ്ട്. നിങ്ങൾ ഇത് പഠിച്ചു വെച്ചാൽ മതി. ഓ മൈ സൺ അടിപൊളി. ഓക്കെ, ഈ ഒരു കോഡ് പഠിച്ചു വെച്ചാൽ മതി. O stands for oxalic acid. M stands for malonic acid. S stands for succinic acid. A stands for adipoli means adipic acid. Clear അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് ഈ ഓക്സാലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ? COHനെയാണ് ഓക്സാലിക് ആസിഡ് എന്ന് പറയാം. ഈ രണ്ട് COHയിലേക്ക് ഒരു CH2 ഗ്രൂപ്പ് കൂടി വന്നാൽ എന്തായി? അത് മെലോണിക് ആസിഡായി. ഇനി അതിലേക്ക് രണ്ട് CH2 ഗ്രൂപ്പ് വന്നാൽ അതെന്തായി? അത് സക്സിനിക് ആസിഡായി. ഇനി മൂന്നെണ്ണം വന്നാലോ? അത് അഡിപ്പിക് ആസിഡായി. അപ്പോൾ ഇതിനി നിങ്ങളോട് മറന്ന് പോവരുത്. ക്ലിയർ അല്ലേ? അതെന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഓ മൈ സൺ ഗോ ആൻഡ് പ്ലേ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് കോഡും ഉണ്ട്. ഇതാണ് ഞാൻ പൊതുവെ യൂസ് ചെയ്യുന്ന കോഡ്, അതുകൊണ്ട് അത് പഠിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അഡിപ്പിക് ആസിഡ് വരെ നിങ്ങൾ
പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, പാമറ്റിക് ആസിഡ് വേണമെന്നില്ല. ഇനി പാമറ്റിക് ആസിഡ് നോക്കുകയാണെങ്കിൽ അടുത്തത് ഒരു CH2 ഗ്രൂപ്പ് കൂടി നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാമറ്റിക് ആസിഡ് കിട്ടും. വോട്ടെവർ, ഇത്രയാണ് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കൺവേർഷനിലേക്കാണ് നമ്മൾ വരുന്നത്. അതായത് CN വന്നു കഴിഞ്ഞാലുള്ള പോസിബിലിറ്റീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്താണ്. CN സൈനോ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ നമുക്ക് അവിടെ കാർബോക്സിലിക് ആസിഡ് കിട്ടുമെന്ന് നമുക്കറിയാം. ഇനി അതിലേക്ക് പാർഷ്യൽ ഹൈഡ്രോളിസിസ് ആണ് നമ്മൾ നടത്തുന്നത് എങ്കിൽ നമുക്കറിയാം അവിടെ എന്താ കിട്ടുക, എമൈഡ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി സൈനോ ഗ്രൂപ്പിനെ നിങ്ങൾ നോക്കുക. എടാ ഗ്ലൂക്കോണിക് ആസിഡ്, ഗ്ലൂക്കോസിനെ നമ്മൾ ബ്രോമിൻ വാട്ടർ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് അത് ഗ്ലൂക്കോണിക് ആസിഡായിട്ട് മാറുന്നത്. അതിലേക്ക് നമുക്ക് വരാം കേട്ടോ. അടുത്ത് നോക്കൂ, CNനെ നിങ്ങൾ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് വെച്ച് ട്രീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പ്രൈമറി അമീന് കിട്ടും, CH2NH2 കിട്ടും. ഇനി അതേപോലെ CNനെ നിങ്ങൾ ഡൈബാൽ എച്ച് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ അതിനുശേഷം ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ CN ബിക്കംസ് CHO. അപ്പോൾ ഇത്രയും കൺവേർഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയും കൺവേർഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സൈനോ ഗ്രൂപ്പുകൾ വന്നാൽ നമുക്ക് കാർബോക്സിലിക് ആസിഡ്, എമൈഡ്, അതേപോലെ തന്നെ പ്രൈമറി അമീൻ ആൻഡ് വി ക്യാൻ കൺവേർട്ട് ടു ആൽഡിഹൈഡ്. ഇങ്ങനെയുള്ള കൺവേർഷൻസ് കൃത്യമായിട്ട് അറിയെങ്കിൽ സൈനോ ഗ്രൂപ്പ് നിങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? ഇനി ഗ്ലൂക്കോണിക് ആസിഡ് ചോദിച്ച ആളിലേക്ക് വരാം. ഗ്ലൂക്കോണിക് ആസിഡിൻ്റെ കേസ് നിങ്ങൾ നോക്കണം. ഗ്ലൂക്കോണിക് ആസിഡിൽ എന്താണ് ഗ്ലൂക്കോണിക് ആസിഡ്? ആദ്യം നമ്മൾ ആൽഡിഹൈഡിക് ഫങ്ഷണൽ ഗ്രൂപ്പ് കൊടുക്കുന്നു, പിന്നെ OHH, HOH, പിന്നെ നോക്കുക OHH, CH2OH. ഇതിനെ നിങ്ങൾ ബ്രോമിൻ വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബ്രോമിൻ വാട്ടറിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ് അത്? സ്പെസിഫിക് ആയിട്ട് CHO എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്ത് COH ആയിട്ട് മാറ്റും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്ലൂക്കോണിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി ഈ ആളെ നിങ്ങൾ ഡൈല്യൂട്ട് HNO3 വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലും താഴെയും COH ആയിട്ട് മാറും. അതായത് പ്രൈമറി ആൽക്കഹോളിനെ അവൻ ഓക്സിഡൈസ് ചെയ്ത് COH ആക്കും. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? സെക്കാരിക് ആസിഡ്. ദിസ് ഇസ് കോൾഡ് ആസ് സെക്കാരിക് ആസിഡ്, ദിസ് ഇസ് കോൾഡ് ആസ് ഗ്ലൂക്കോണിക് ആസിഡ്. ക്ലിയർ അല്ലേ? റെഡി? അപ്പോൾ ഇതാണ് സ്പെസിഫിക്കലി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട സാധനങ്ങൾ. ഓക്കെ അല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇതുവരെ? റെഡി? ഇനി നോക്കൂ. അപ്പോൾ അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ദി ആൻസർ ഇസ് സക്സിനിക് ആസിഡ്. ഓക്കെ അല്ലേ? അടുത്ത നോക്കൂ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ മേജർ പ്രൊഡക്റ്റ് P ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ ഇസ്. ഇവിടെ രണ്ട് കൺസെപ്റ്റുകൾ കൂട്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഒന്ന് ഈതറിൻ്റെ റിയാക്ഷൻ ആണ്. ഇതും കഴിഞ്ഞ മാരത്തോണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈതറിൻ്റെ റിയാക്ഷൻ മക്കളെ നോക്കുക. ഈതറിൻ്റെ റിയാക്ഷൻ എപ്പോഴും പ്രൊസീഡ് ചെയ്യുക പ്രൈമർലി അവർ SN2 മെക്കാനിസം വഴി പ്രൊസീഡ് ചെയ്യാനാണ് ശ്രമിക്കുക. ഇഫ് ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ ദ ഫോർമേഷൻ ഓഫ് ടെർഷറി കാർബോകാറ്റയോൺ ഓർ എ കാർബോകാറ്റയോൺ സ്റ്റേബിൾ ദാൻ ടെർഷറി, ഒരു ടെർഷറി കാർബോകാറ്റയോണോ അല്ലെങ്കിൽ അതിനേക്കാൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാർബോകാറ്റയോൺ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ടെങ്കിൽ then it will follow SN1 മെക്കാനിസം. ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കണം. എങ്കിൽ ഈതറിൻ്റെ റിയാക്ഷൻ, ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ നിങ്ങൾക്ക് തെറ്റിയില്ല. ഓക്കെ, അപ്പോൾ നോക്കുക. ഇവിടെ ഫസ്റ്റ് നമുക്കറിയാം എന്താ സംഭവിക്കുക. OCH2CH3 അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റഡ് HBr ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഓക്സിജനിലേക്ക് H+ൻ്റെ അറ്റാക്ക് നടക്കും. പ്രോട്ടോണേഷൻ ഓഫ് ഓക്സിജൻ ആണ്. അപ്പോൾ ഓക്സിജനെ പ്രോട്ടോണേറ്റ് ചെയ്ത് കഴിയുമ്പം ഓക്സിജൻ്റെ മുകളിൽ ഒരു പോസിറ്റീവ് ചാർജ് വരും. ഇവിടെ ഞാൻ തൽക്കാലം C2H5 എന്ന് എഴുതാം. ഓക്കെ, എനിക്കവിടെ സ്ഥലമില്ല. ഇനി ആ ബോണ്ട് ക്ലീവ് ചെയ്യാൻ രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഏതൊക്കെയാണ് രണ്ട് സാധ്യത? ഒന്നുകിൽ ബോണ്ട് ഇങ്ങനെ ക്ലീവ് ചെയ്തിട്ട് പോകണം, ആ പോസിറ്റീവ് ചാർജിനെ ന്യൂട്രൽ ആക്കണം. പക്ഷെ അങ്ങനെ ക്ലീവ് ചെയ്ത് ഇവിടെ കിട്ടുന്ന എന്താണ്? ഫിനൈൽ കാർബോകാറ്റയോൺ ആണ്, വിച്ച് ഇസ് ഹൈലി അൺസ്റ്റേബിൾ. അങ്ങനെ ക്ലീവേജ് നടക്കില്ല. ഇനി ഇങ്ങോട്ട് ക്ലീവ് ചെയ്താലാണ് എന്താ കിട്ടുക? നമുക്ക് ഇവിടെ പ്രൈമറി കാർബോകാറ്റയോൺ ആണ്. അപ്പോൾ രണ്ട് കേസിലും നമുക്ക് കിട്ടുന്നത് അൺസ്റ്റേബിൾ കാർബോകാറ്റയോൺ ആണ്, പ്രൈമറി
അല്ലെങ്കിൽ സെക്കൻഡറി വരെ ആണെങ്കിലും SN2 മെക്കാനിസം ആണ്. അപ്പോൾ ഇനി എന്താ സംഭവിക്കുക? ഇനി BR മൈനസിൻ്റെ അറ്റാക്കാണ്. BR മൈനസ് SN2 മെക്കാനിസം വഴി അറ്റാക്ക് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ടേർഷ്യറി കാർബോകാറ്റോൺ കിട്ടുന്നില്ല ഇവിടെ, അല്ലെങ്കിൽ ടേർഷ്യറിയേക്കാൾ കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റോൺ കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും SN1 വഴി നടക്കില്ല, SN2 വഴിയേ നടക്കുള്ളൂ. അപ്പോൾ SN2 എങ്ങനെയാണ് നടക്കുക? രണ്ട് സൈഡിൽ, ഓക്സിജൻ്റെ രണ്ട് സൈഡിലുള്ള ഗ്രൂപ്പിൽ ഏറ്റവും ചെറിയ ഗ്രൂപ്പ് ഏതാണോ അവിടെ പോയിട്ട് BR അറ്റാക്ക് ചെയ്യും. ഓക്കെ, അവിടെ പോയിട്ട് BR അറ്റാക്ക് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? ബോണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പൊട്ടും. അപ്പോൾ നമുക്ക് അവിടെ ഫിനോൾ എന്ന് കിട്ടും. ആദ്യം ഇവിടെ ഫിനോൾ കിട്ടും, പിന്നെ C2H5BR അവിടെ ഫോം ചെയ്യും. നമ്മൾ താഴെ ഒരാൾ കൂടി ഉണ്ട്, അയാളെ നമ്മൾ ശ്രദ്ധിച്ചില്ല അല്ലേ? അവിടെ എന്താ ഉള്ളത്? ഒരു ആൽക്കീൻ കൊടുത്തിട്ടുണ്ട്. എടാ, ആൽക്കീൻ ഹൈഡ്രോ കാർബണിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. ഒരു ആൽക്കീനെ നിങ്ങൾ ആസിഡിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ആദ്യം പൈ ബോണ്ട് പോളറൈസ് ചെയ്യണം. പൈ ബോണ്ട് ഞാൻ ഇങ്ങോട്ട് പോളറൈസ് ചെയ്തു. ഇങ്ങോട്ട് പോളറൈസ് ചെയ്താൽ ഇവിടെ കാർബോകാറ്റോൺ കിട്ടും, വിച്ച് ഇസ് ബെൻസൈലിക് കാർബോകാറ്റോൺ, വിച്ച് ഇസ് മോർ സ്റ്റേബിൾ. ഇനി ഞാൻ പൈ ബോണ്ടിനെ ഇങ്ങോട്ടാണ് പോളറൈസ് ചെയ്യുന്നതെങ്കിൽ ഇത് പ്രൈമറി കാർബോകാറ്റോൺ ആണ്, ഹൈലി അൺസ്റ്റേബിൾ. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ നെഗറ്റീവ് ചാർജ് ഉള്ളത് നേരെ ഈ ബോണ്ട് നേരെ എച്ചിലേക്ക് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്കിവിടെ OH ഉണ്ട്, ഇവിടെ CH കാർബോകാറ്റോൺ ഉണ്ട്, ഇവിടെ CH3 എന്നാവും. ഈ CHലേക്ക് ആര് വരും? ഇവിടെ HBr അല്ലേ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ BR മൈനസ് വന്ന് അതിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഫൈനലി എന്ത് കിട്ടും? അവിടെ നമുക്ക് OH CH BR CH3 എന്നായി. ഓക്കെ, ഇനി നിങ്ങളോട് ഈ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി ചോദിക്കാം. അതായത് ഇവിടെ എത്ര ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് പോസിബിൾ ആണ് എന്ന് ചോദിക്കാം നിങ്ങളടുത്ത്. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന ഇയാൾ ആരാ? കൈറാൽ കാർബൺ ആണ്. അവിടെ അതിൻ്റെ D ഫോമും ഉണ്ടാവും, L ഫോമും ഉണ്ടാവും. അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ആൽക്കീൻസിനെ, ഇപ്പോൾ ആൽക്കീൻസിന് ആൽക്കെയിനായി മാറുന്ന റിയാക്ഷനുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ക്ലോറിനേഷൻ ചെയ്യുന്നു, അപ്പോൾ അങ്ങനെയൊക്കെ ക്ലോറിനേഷൻ ചെയ്യുക, ബ്രോമിനേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ആസിഡ് ഹാലൈഡുകളുടെ അഡീഷൻ നടത്തുക, അതൊക്കെ നടത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ അൺസാച്ചുറേഷൻ ബ്രേക്ക് ആവും. അൺസാച്ചുറേഷൻ ബ്രേക്ക് ആയി കഴിഞ്ഞ് ആ കാർബണിൻ്റെ മുകളിൽ 4 ഗ്രൂപ്പും ഡിഫറൻ്റ് ആണെങ്കിൽ അവിടെ എന്തുണ്ട്? ഒപ്റ്റിക്കൽ ഐസോമറിസത്തിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടി നമ്മളോട് ക്വസ്റ്റ്യനിൽ ആഡ് ഓൺ ചെയ്തുകൊണ്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈതറിൻ്റെ കേസിൽ കാര്യങ്ങൾ വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയാണ് ഈതറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ നേരെ അറ്റൻഡ് ചെയ്യേണ്ടത്. പ്രിഫറബിളി ഇറ്റ് ഫോളോസ് SN2. ഓൺലി അത് SN1 എപ്പോഴാണ് ഫോളോ ചെയ്യുക? ഇഫ് ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ ദ ഫോർമേഷൻ ഓഫ് ടേർഷ്യറി കാർബോകാറ്റോൺ ഓർ മോർ സ്റ്റേബിൾ കാർബോകാറ്റോൺ. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നോക്കൂ, ഞാൻ ഇവിടെ ഈ ക്വസ്റ്റ്യനെ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. ഞാൻ ഇങ്ങനെ കൊടുത്തു വിചാരിക്കാം, ഇവിടെ CH2 CH3. ഇനി ഇതിനെ ഞാൻ കോൺസെൻട്രേറ്റഡ് HBr ആയിട്ട് റിയാക്ട് ചെയ്യാണ്. നമുക്കറിയാം ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുക? ഇവിടെ പ്രോട്ടോണേഷൻ നടക്കും. പ്രോട്ടോണേഷൻ നടക്കുമ്പോൾ നോക്കണേ നിങ്ങൾ, CH2 OH CH2 CH3 എന്നായി. സോ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും ഓക്സിജൻ്റെ മുകളിൽ. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നു, ബോണ്ട് ഇവിടുന്ന് ക്ലീവ് ചെയ്താൽ ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നു, വിച്ച് ഇസ് ബെൻസൈലിക് കാർബോകാറ്റോൺ. ഇനി ഒന്നും നോക്കാനില്ല, ബോണ്ട് ഇങ്ങോട്ട് ക്ലീവ് ചെയ്യാൻ ചെയ്യുക. ഇവിടെ നോക്കൂ, അപകടം ഉള്ളത് എന്താ? ഇവിടെ ഇത് കണ്ടപാട് ഒരു കുട്ടി SN2 ചെയ്തു എന്ന് വിചാരിക്കുക. അവൻ എന്താ ആൻസർ കിട്ടുക? അവൻ നേരെ BR മൈനസിനെ കൊണ്ടുപോയിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യും. കാരണം ഇപ്പുറം ബൾക്കി ഗ്രൂപ്പാണ് അല്ലേ, ബെൻസീൻ റിംഗ് ആണ്. ഇപ്പോൾ ബെൻസീൻ റിങ്ങിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിനെ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇവിടെ ചെറിയ ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അവന് CH3 CH2 BR എന്ന് കിട്ടുക. അപ്പോൾ നോക്കൂ നിങ്ങൾ അതിൻ്റെ അപകടം. അപ്പോൾ ആദ്യം നോക്കേണ്ടത് വളരെ സ്റ്റേബിൾ, അതായത് ടേർഷ്യറി കാർബോകാറ്റോണോ അതിനേക്കാൾ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റോണോ ഫോം ചെയ്യുമെങ്കിൽ ബോണ്ട് ഇങ്ങനെ ക്ലീവ് ചെയ്ത് ആ കാർബോകാറ്റോണെ നിങ്ങൾ ഉണ്ടാക്കണം. CH2 കാർബോകാറ്റോൺ ആയി. ഇനി അവിടേക്ക് ആര് വരും? BR മൈനസ് വന്ന് അറ്റാക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ CH2 BR. മക്കളെ, ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. കാരണം ഇതിൻ്റെ തൊട്ട് മുൻപുള്ള സാധനം ഇവിടെ ഓക്സിജൻ വന്നിട്ടുള്ള കേസാണ്. അത് ഓൾറെഡി നിങ്ങളോട് ജാനുവരി സെഷനിൽ ചോദിച്ചു. ഇനി ഈതറിൽ നിന്നും അടുത്ത റിയാക്ഷൻ നിങ്ങളോട് ഈ ടൈപ്പിലുള്ള ചോദിക്കുക. ഇനി ഇതല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതാണ്. ഇങ്ങനെയും ചോദിക്കാം. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ പ്രോട്ടോണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോണ്ട് ഇങ്ങോട്ട് ക്ലീവ് ചെയ്യുമ്പോൾ ടേർഷ്യറി കാർബോകാറ്റോൺ ആയി. ഇനി നോക്കേണ്ട കാര്യമില്ല, ടേർഷ്യറി കാർബോകാറ്റോൺ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ BR മൈനസ് എന്തായാലും ഇവിടെയാണ് അറ്റാക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? ഐഡിയ മനസ്സിലായോ മക്കളെ? അപ്പോൾ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് തെറ്റിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സിംപിളി പഠിച്ചു വെച്ചത് ഇങ്ങനെ കട്ട് ചെയ്യുക, ഒരു സൈഡിൽ H കൊടുക്കുക, ഒരു സൈഡിൽ BR കൊടുക്കുക എന്നാണ്.
ആ കട്ടിംഗ് ആണ് അവരെ തെറ്റിക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ട എന്താ, മെക്കാനിസം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതിൽ സ്റ്റേബിൾ കാർബോകാറ്റയോൺ ആയിട്ടുള്ള ടെർഷ്യറിയോ അതിന് മുകളിൽ സ്റ്റേബിലിറ്റി ഉള്ള കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്ന കേസസിലെല്ലാം ഫോളോ SN1 മെക്കാനിസം. റെഡിയാണല്ലോ? ഓക്കെ, ഇനി അതൊരു പ്രശ്നം ഉണ്ടാകരുത്. സോ ഹിയർ ദി ആൻസർ ഇസ് 4. അപ്പോൾ നോക്കണേ, വെറും ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ടല്ല നമ്മൾ പോകുന്നത്, അവിടെ നിന്ന് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ നമ്മൾ പറഞ്ഞിട്ടാണ് പോകുന്നത്. നോക്കുക, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സൈക്ലോഹെക്സീൻ, ഒരു സൈക്ലോഹെക്സീൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ടൈപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഏതാണെന്നാണ് ചോദ്യം. ഇതിലെന്താ ഇപ്പോൾ കാര്യമായിട്ടുള്ളത്, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണുള്ളത്. ഒന്ന് അലിഫാറ്റിക് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. അലിഫാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ലോങ് ചെയിൻ ആയിട്ടുള്ള ഒരു ചെയിൻ ഐസ് മീൻസ് ഹൈഡ്രോ കാർബണിനെയാണ് പൊതുവെ നമ്മൾ അലിഫാറ്റിക് എന്ന് പറയാറുള്ളത്. അല്ലെങ്കിൽ അതിനെ എസൈക്ലിക് എന്നും നമുക്ക് അതിനെന്ത് ചെയ്യാം, വിളിക്കാം. ഇനി അത് കൂടാതെയുള്ള സാധനമാണ് അലിസൈക്ലിക് എന്ന് പറയുന്നത്. അലിസൈക്ലിക് എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ഒരു സൈക്ലിക് റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ആ സൈക്ലിക് റിംഗ് വരികയാണെങ്കിൽ അതിന് നമ്മൾ അലിസൈക്ലിക് എന്ന് പറയും. ഇനി അതിലുള്ള മറ്റാളാണെന്ത്, അരോമാറ്റിക് എന്ന് പറയുന്ന സാധനം. അതായത് ബെൻസിനോയിഡ് അരോമാറ്റിക് ഉണ്ട്, ബെൻസിനോയിഡ് ആയിട്ടുള്ള നോൺ അരോമാറ്റിക് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അതായത് ബെൻസീൻ റിംഗ് വിച്ച് ഇസ് അരോമാറ്റിക്, അതേപോലെ തന്നെ ബെൻസീൻ റിംഗ് നോൺ അരോമാറ്റിക് ആയിട്ടുള്ള ബെൻസീൻ റിംഗ് ഉള്ള കോമ്പൗണ്ടുകൾ. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ട്. ജസ്റ്റ് നിങ്ങളുടെ ഫെമിലിയറൈസേഷൻ പാർട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ഹൈഡ്രോ കാർബൺ എന്നുള്ള ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ഒരു ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചോദ്യമാണ്. സോ ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇത് ഏതാണ് സാധനം വരിക, അലിസൈക്ലിക് ആണ് അല്ലേ, സൈക്ലിക് ആണ്. ആൻഡ് ഇറ്റ് ഇസ് അലിഫാറ്റിക് ആണ്. അലിഫാറ്റിക് എന്ന് വെച്ചാൽ 2 ഹൈഡ്രോ കാർബൺ നമുക്കുണ്ട്. ഒന്നെങ്കിൽ ഇറ്റ് ക്യാൻ ബി അലിഫാറ്റിക് ഓർ ഇറ്റ് ക്യാൻ ബി അരോമാറ്റിക്. അരോമാറ്റിക് അല്ലാത്ത ആളുകളെ നമ്മൾ അലിഫാറ്റിക് എന്ന് പറയാറുണ്ട്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് 2-methyl hex-2-ene on reaction with HBr in presence of peroxide forms an addition product. The number of possible stereoisomers for A. നോക്കുക, ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് നിങ്ങളടുത്ത് സ്റ്റീരിയോ ഐസോമേഴ്സ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാം ഒന്നെങ്കിൽ ക്ലോറിനേഷൻ ചെയ്ത്, ബ്രോമിനേഷൻ ചെയ്ത്, അല്ലെങ്കിൽ അൺസാച്ചുറേഷൻ ബ്രേക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിലാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ 2-methyl hexene ആദ്യം എന്താണെന്നൊന്ന് നോക്കാം നമുക്ക്. 2-methyl വന്നു, ഹെക്സീൻ, hex-2-ene, സോറി 3-methyl ആണ് അല്ലേ. അപ്പോൾ 3-methyl hex-2-ene. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വരണം, ഇവിടെ C, ഇവിടെ CH3. ഇനി 1 2 3 4 5 6 ഇതാണ് 3-methyl hexene. ഓക്കെ, ഡബിൾ ബോണ്ട്. ഓക്കെ, റെഡി അല്ലേ? 3-methyl hex-2-ene ആണ്. സർ ആ ഫിഗർ സൈക്ലോഹെക്സെയിൻ അല്ലല്ലോ, സൈക്ലോഹെക്സെയിൻ അല്ല, ആ ഫിഗർ സൈക്ലോഹെക്സീൻ ആണ്. ഇറ്റ് ഇസ് സൈക്ലോഹെക്സീൻ. ഓക്കെ, നോക്കാം. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് HBr ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം HBrനെ നിങ്ങൾ പെറോക്സൈഡിലിട്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് നിങ്ങൾ എന്നോട് പറയണം. ഇനി അതാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനെ ഞാൻ ഒന്നും കൂടി എന്ത് ചെയ്യാണ്, ഇവിടുന്ന് പോസിബിൾ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. അടുത്തത് HCl ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്. ഇനി ചുമ്മാ HCl, ചുമ്മാ HBr, Br2 ഇൻ CCl4 ഓർ വാട്ടർ ഏതെങ്കിലും. എടാ ഇതിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മെക്കാനിസം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ അൺസാച്ചുറേഷൻ ഉണ്ടെങ്കിൽ HBr വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 മെക്കാനിസംസ് ആണ് ഇവിടെ വർക്കൗട്ട് ചെയ്യുക. എന്താണ് 2 മെക്കാനിസം? ഒന്നെങ്കിൽ ഇറ്റ് ഫോളോസ് മാർക്കോണിക് ഓഫ് അഡീഷൻ, ഒന്നെങ്കിൽ അത് മാർക്കോണിക് ഓഫ് അഡീഷൻ ആണ്, അല്ലെങ്കിൽ അത് ആൻറ്റി മാർക്കോണിക് ഓഫ് അഡീഷൻ ആണ്. എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതിൽ എവിടെയൊക്കെ ആൻറ്റി മാർക്കോണിക് ഓഫ് അഡീഷൻ ഉണ്ട് എന്നാണ്. അതായത് ഞാൻ ഇതിന് നമ്പർ ചെയ്യാം. ദിസ് ഇസ് ഫസ്റ്റ് വൺ, ദിസ് ഇസ് സെക്കൻഡ് വൺ, ദിസ് ഇസ് തേർഡ് വൺ, ദിസ് ഇസ് ഫോർത്ത് വൺ, ദിസ് ഇസ് ഫിഫ്ത്ത് വൺ. ഇവിടെ എവിടെയൊക്കെ ആൻറ്റി മാർക്കോണിക് ഓഫ് അഡീഷൻ ഉണ്ട്? ആർക്കും പറയാവോ എവിടെയൊക്കെ ആൻറ്റി മാർക്കോണിക് ഓഫ് അഡീഷൻ ഉണ്ട്? നമുക്കറിയാം പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ ആൻറ്റി മാർക്കോണിക് ഓഫ് അഡീഷൻ ആണ്. അതെ അനന്തു, HBr ഇൻ പെറോക്സൈഡിൽ ആൻറ്റി മാർക്കോണിക് ഓഫ് അഡീഷൻ ആണ്. വാട്ട് അബൌട്ട് HCl ഇൻ പെറോക്സൈഡ്? HCl നിങ്ങൾ പെറോക്സൈഡിൻ്റെ മീഡിയത്തിലിട്ടാൽ അവിടെ ആൻറ്റി മാർക്കോണിക് ഓഫ് ആണോ?
അല്ല, ഇവിടെ മാർക്കോണിക് ഓഫ് ആണ്. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇവിടെ ഒക്കെ എന്താണ്? മാർക്കോണിക് ഓഫ് എഡിഷൻ ആണ്. മാർക്കോണിക് ഓഫ് എഡിഷൻ ആണ്. മാർക്കോണിക് ഓഫ് എഡിഷൻ ആണ്. ഇവിടെ എന്താണ്? ഇവിടെ ആൻറ്റി അഡീഷൻ ആണ്. ഓപ്പോസിറ്റ് സൈഡിലത് ആഡ് ചെയ്യാണ്. ഓക്കെ, അത് വേറെയാണ്. ഇവിടെ മാത്രമേ എന്ത് നടക്കുന്നുള്ളൂ? ആൻറ്റി മാർക്കോണിക് ഓഫ് എഡിഷൻ നടക്കുന്നുള്ളൂ. ലോക്കി 1 and 2 ഇല്ല മോനെ. അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ആൻറ്റി മാർക്കോണിക് ഓഫ് ഓൺലി ഇൻ ദ കേസ് ഓഫ് HBr പെറോക്സൈഡ്. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങളോട് HCl പെറോക്സൈഡ് എന്ന് തന്നാൽ അവിടെ ആൻറ്റി മാർക്കോണിക് ഓഫ് ഇല്ല. കാരണം കുട്ടികൾ തെറ്റ് പഠിച്ചു വെച്ചിട്ടുണ്ട്. അവർ കറാഷ് ഇഫക്റ്റ് എന്നുകൊണ്ട് പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താ? ഇൻ ദ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് ഇറ്റ് അണ്ടർഗോസ് ആൻറ്റി മാർക്കോണിക് ഓഫ് എന്ന് പഠിച്ചത്. അങ്ങനെയല്ല, HBr ഇൻ പെറോക്സൈഡ് ആണെങ്കിൽ ആൻറ്റി മാർക്കോണിക് ഓഫ് ആവുള്ളൂ. HCl ഇൻ പെറോക്സൈഡ് എന്തല്ല? ആൻറ്റി മാർക്കോണിക് ഓഫ് അല്ല. ഓക്കെ, സോ ആൻറ്റി മാർക്കോണിക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ എങ്ങോട്ട് പോകും? ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്ക് പോകും. ഇവിടേക്ക് ഹൈഡ്രജൻ വരും, ഇവിടേക്ക് ആര് വരും? ബ്രോമിൻ വരും. അപ്പം ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ CH3 CHBr, ഇവിടെ CH3, ഇവിടെ CH2 CH3. ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ഇതിൽ നമ്മളോട് ചോദിച്ചാൽ എത്ര സ്റ്റീരിയോ ഐസോമർ ഉണ്ട് എന്നാണ്. സ്റ്റീരിയോ ഐസോമർ എന്ന് പറയുമ്പോൾ ജോമെട്രിക്കലും നോക്കണം, ഒപ്റ്റിക്കലും നോക്കണം. ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് ജോമെട്രിക്കൽ ഇല്ല. ഇനി എന്ത് നോക്കിയാൽ മതി? ഒപ്റ്റിക്കൽ ഉണ്ടോ നോക്കുക. ഒപ്റ്റിക്കൽ ഉണ്ടോ നോക്കണമെങ്കിൽ ആദ്യം എന്താ കൗണ്ട് ചെയ്യേണ്ടത്? കൈറാൽ കാർബൺ എത്ര ഉണ്ട് നോക്കുക. ഇവിടെ ഒരു കൈറാൽ കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കൈറാൽ കാർബൺ ഉണ്ട്. 2 ഹൈഡ്രജനോ 3 ഹൈഡ്രജനോ കാർബണിൽ ഉണ്ടെങ്കിൽ ഉറപ്പാണ് അവിടെ കൈറാൽ കാർബൺ അല്ല എന്നുള്ളത്. സോ ഒരു ഹൈഡ്രജനുള്ള കാർബണിനെ മാത്രം നോക്കിയാൽ മതി. അതിൽ 2 എണ്ണവും എന്താണ്? കൈറാൽ കാർബൺ ആണ്. സോ ഇതിൽ നമുക്ക് ഡെക്സ്ട്രോ ലീവോ, ഇത് 6, ഇത് 6, ഇത് എസ്, ഇത് എസ്, ഇത് 6, ഇത് എസ്, ഇത് എസ്, ഇത് 6. അങ്ങനെ 4 ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഐസോമേഴ്സ് നമുക്ക് കിട്ടും. അങ്ങനെ നമുക്കത് പറയാം. 4 സ്റ്റീരിയോ ഐസോമേഴ്സാണ് അവിടെ ഉള്ളത്. ഇനി ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റാണ് കിട്ടുക? ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റാണ് കിട്ടുക? ഈ 3 കേസിൽ എനിക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് CH3. എവിടെയാണോ കൂടുതൽ ഹൈഡ്രജൻ ഉള്ളത് അവിടേക്ക് H ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ CH2 എന്ന് വരും, ഇവിടെ CH3, ഇവിടെ Br വരും. Br ഓർ Cl, ഇവിടെ Cl വരും. ഇവിടെ പിന്നെ CH2 CH3 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ മക്കളെ, Br2 ഇൻ പ്രസൻസ് ഓഫ് CCl4 അല്ലെങ്കിൽ Br2 ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ. ഇത് രണ്ടും നമ്മൾ സാധാരണ എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്? ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. നോക്കണേ, അവിടെ പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. അതായത് ബ്രോമിനെ നിങ്ങൾ ബ്രോമിൻ വാട്ടർ എടുക്കുകയോ അല്ലെങ്കിൽ ബ്രോമിൻ ഇൻ CCl4 എടുക്കുകയോ ചെയ്താൽ ഇറ്റ് ഇസ് ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ. കാരണം ബ്രോമിൻ വാട്ടറിൻ്റെ നിറം എന്താ? ബ്രൗൺ കളറാണ്. അപ്പോൾ ആ ബ്രോമിൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ എന്തായിട്ട് മാറും? കളർലെസ് ആവും. അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എപ്പോഴാണ്? ഇവൻ പൈ ബോണ്ടിന് എക്രോസ് ആയിട്ട് ആഡഡ് ആകുമ്പോൾ ബ്രോമിൻ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് കാർബൺ ബ്രോമിൻ ബോണ്ട് ഫോം ചെയ്യാണ്. അപ്പോൾ ബ്രൗൺ കളർ മൊത്തം ഡീകളറൈസ് ചെയ്ത് കളർലെസ് ആയി കഴിഞ്ഞാൽ അതെന്താവും? അത് കളർലെസ് ആയിട്ട് മാറുന്നു. അപ്പോൾ കളർലെസ് ആയി മാറുന്നുണ്ടെങ്കിൽ ബ്രോമിൻ വാട്ടർ കളർലെസ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രോമിൻ ഇൻ CCl4 കളർലെസ് ആയി വരുന്നുണ്ടെങ്കിൽ നമുക്കവിടെ കൺഫേം ചെയ്യാം ആ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ എന്തുണ്ടായിരുന്നു? അൺസാച്ചുറേഷൻ ഉണ്ടായിരുന്നു. സോ ബ്രോമിൻ വാട്ടർ ഓർ ബ്രോമിൻ ഇൻ CCl4 ഇസ് എ ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ എന്നുള്ളത് ഓർത്ത് വെക്കുക. സോ അവിടെ ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. CH3 CH2 Br NaOH ഇൻ എഥനോൾ ആൻഡ് NaOH ഇൻ വാട്ടർ. എന്താണ് ഈ 2 റിയാക്ഷനും തമ്മിലുള്ള വ്യത്യാസം? നമുക്കറിയാം, ആൽക്കഹോളിക് KOHO ആൽക്കഹോളിക് NaOHO ഏത് മെക്കാനിസം ആണ് അണ്ടർഗോ ചെയ്യുക? വി നോ ദാറ്റ് ഇറ്റ് അണ്ടർഗോസ് E2 മെക്കാനിസം. ഇവിടെ അക്വസ് KOH ഓർ അക്വസ് NaOH ആണെങ്കിൽ അവിടെ അണ്ടർഗോ ചെയ്യുന്ന മെക്കാനിസം ഏതാ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം. ഇതാണ് അവിടെ അണ്ടർഗോ ചെയ്യുന്ന മെക്കാനിസം അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കൂ, CH3 CH2 Brനെ നിങ്ങൾ ആൽക്കഹോളിക് NaOHൽ ട്രീറ്റ് ചെയ്യാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? എലിമിനേഷൻ ആണ്. ഇവിടുന്ന് H അവിടുന്ന് Br പോയി. യു വിൽ ബി ഗെറ്റിംഗ് എൻ ആൽക്കീൻ CH2 ഡബിൾ ബോണ്ട് CH2 കിട്ടും. ഇനി നിങ്ങൾ CH3 CH2 Br നിങ്ങൾ അക്വസ് KOHൽ എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ OH മൈനസ് വിൽ ആക്ട് ആസ് എ ന്യൂക്ലിയോഫൈൽ. ഇതിവിടെ അറ്റാക്ക് ചെയ്യുന്നു, Br മൈനസ് ലീവ് ചെയ്യുന്നു. SN2 മെക്കാനിസം വഴി എനിക്കിവിടെ ആൽക്കഹോൾ കിട്ടുന്നു. സോ ചോദ്യം എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ A ആൻഡ് B. എയിലും ബിയിലും ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എത്രയാണെന്നാണ് ചോദ്യം. സോ ഇവിടെ 2 2 4,
ഇവിടെ 3 5 6 6 4 10 ടോട്ടൽ 10 ഹൈഡ്രജൻ ആറ്റംസ് ആണ് നമുക്കതിലുള്ളത്. ക്ലിയർ ആണോ? ഇനി നിങ്ങളോട് ഇവിടെ നിന്ന് ചോദിക്കാനുള്ള മറ്റൊരു ട്രിക്കി ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വരാം. അതായത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് തന്നു. ഇവിടെ Cl, ഇവിടെ H, ആൽക്കഹോളിക് KOH. ഇനി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിവിടെ നമ്പർ കൂടി ചെയ്യാണ്. ഇവിടെ 1 2 3 4 5 6. ഞാനിവിടെ ആൽക്കഹോളിക് KOH എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു Cl കൂടി ഇവിടെ കൊടുക്കുക കേട്ടോ. ഒരു Cl കൂടി ഇവിടെ കൊടുക്കുകയാണേ. ഇപ്പോൾ 2 മോൾ ആൽക്കഹോളിക് KOH എടുത്തിട്ടുണ്ട് വിചാരിക്കുക. 2 മോൾ ആൽക്കഹോളിക് KOH എടുത്തിട്ടുണ്ട്. ആൻറ്റി അഡീഷൻ ആൻഡ് സിൻ അഡീഷൻ ഒന്ന് പറയാമോ? പറയടാ. ഇതിൽ നിങ്ങൾ നോക്കൂ, ഇതിൽ എവിടെ നിന്നാണ് Cl, ഏത് H ഏത് Cl പോകും? ഇതാണ് എൻ്റെ ബേസിക് ക്വസ്റ്റ്യൻ. ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം കേട്ടോ. കാരണം നമുക്കറിയാം ആൽക്കഹോളിക് KOH എന്ന് പറഞ്ഞാൽ ഇവിടെ അണ്ടർഗോ ചെയ്യുന്ന മെക്കാനിസം ഏതാ? E2 മെക്കാനിസം ആണ്. E2 മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആൻറ്റി പെരിപ്ലേനാർ എലിമിനേഷൻ എന്നാണ് നമ്മൾ അതിന് പറയുക. ആൻറ്റി പെരിപ്ലേനാർ എലിമിനേഷൻ. ആൻറ്റി പെരിപ്ലേനാർ ആയിരിക്കണം ആര്? രണ്ടുപേരും ഓപ്പോസിറ്റ് പ്ലെയിനിൽ കിടക്കണം. ആര്? Clഉം ഹൈഡ്രജനും. അതായത് ഇവിടെ നിന്ന് ഒരിക്കലും HCl റിമൂവ് ചെയ്ത് ഇവിടെ ഡബിൾ ബോണ്ട് വരില്ല. കാരണം ബോത്ത് Cl ആൻഡ് H ഇൻ ദ സെയിം പ്ലെയിൻ, രണ്ടും ഒരേ പ്ലെയിനില്ല. ഇവിടെയോ? ഇവിടെയും Hഉം Clഉം എന്തെയില്ല? റിമൂവ് ചെയ്യില്ല. കാരണം രണ്ടുപേരും ഒരേ പ്ലെയിനില്ല. എവിടുന്നാണ് റിമൂവ് ആവുക? ഈ HCl ആണ് റിമൂവ് ആവുക. കാരണം ബോത്ത് ആർ ഇൻ ദ ഓപ്പോസിറ്റ് പ്ലെയിൻസ്. ഒന്ന് ടുവേർഡ്സ് ദ വ്യൂവറും ഒന്ന് എവേ ഫ്രം ദ വ്യൂവറും ആണ്. അപ്പോൾ അത് രണ്ട് ഓപ്പോസിറ്റ് പ്ലെയിനിലാണ് കിടക്കുന്നത്. അപ്പോൾ ആൻറ്റി പെരിപ്ലേനാർ മെക്കാനിസം ആണ് E2 മെക്കാനിസം എന്ന് പറയുന്നത്. അവിടെ ആൻറ്റി ആയിട്ട് നിൽക്കണം ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവിടുന്ന് എലിമിനേഷൻ നടന്ന് എനിക്കിവിടെ ഡബിൾ ബോണ്ട് വരും. ഇവിടുത്തെ Clന് യാതൊന്നും സംഭവിക്കില്ല, ഇവിടുത്തെ ഹൈഡ്രജന് യാതൊന്നും സംഭവിക്കില്ല. ഇത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറയാം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, CH3 CBr Br CH2 or CH2 CH3 ഇങ്ങനൊരു റിയാക്ഷൻ നിങ്ങൾക്ക് തരാണ്. ഇങ്ങനൊരു കോമ്പൗണ്ട് വന്നിട്ട് ആൽക്കഹോളിക് KOH ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ ആൽക്കഹോളിക് KOH ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടുന്ന് Br പോയി, ഇവിടുന്ന് H പോയി. അപ്പോൾ എനിക്ക് ആദ്യം കിട്ടി CH3 CBr ഡബിൾ ബോണ്ട് CH3 എന്ന്. ഇനി ഇവിടെ വീണ്ടും എന്തുണ്ട്? ഒരു Br ഉണ്ട്, അതിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഹൈഡ്രജനും ഉണ്ട്. ഓക്കെ, എനിക്ക് ഇതിൽ നിന്ന് വീണ്ടും ഒരു HBr റിമൂവ് ചെയ്യണം. എന്താ വഴി? ഞാൻ ഇവനേക്കാൾ സ്ട്രോങ്ങർ ആയിട്ടുള്ള ബേസ് യൂസ് ചെയ്യണം. കാരണം ആൽക്കഹോളിക് KOHന് അൺസാച്ചുറേറ്റഡ് കാർബണിൽ നിന്നും HBrനെ റിമൂവ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഇല്ല. സോ ഐ ഹാവ് ടു യൂസ് എ സ്ട്രോങ്ങർ ബേസ് വിച്ച് ഇസ് NaNH2 ഓർ NH2-. NH2- യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് Hഉം ഇവിടുന്ന് Br റിമൂവ് ചെയ്ത് നമുക്ക് അവിടെ ഒരു ആൽക്കൈന് പ്രിപ്പയർ ചെയ്ത് കിട്ടും. സോ ഇതും വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. എവിടെ വരുന്നത്? നമുക്ക് ഈ NaNH2 അല്ലെങ്കിൽ ആൽക്കഹോളിക് KOH എലിമിനേഷൻ റിയാക്ഷൻസിനെ കുറിച്ച് ഡിസ്കഷൻ വരുന്ന സമയത്തെല്ലാം ഈ പോയിന്റുകളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, നമ്പർ ഓഫ് ആൽക്കെയിൻസ് ഒബ്റ്റെയിൻഡ് ഓൺ ഇലക്ട്രോലിസിസ് ഓഫ് എ മിക്സ്ചർ ഓഫ് അസറ്റിക് ആസിഡ് CH3CONa ആൻഡ് C2H5CONa. ഇതിൽ നമുക്കറിയാം ഇലക്ട്രോലിസിസ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹെൽപ്പർ, ഓർക്കുന്നുണ്ടാവും അല്ലേ? ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ H സ്റ്റാൻഡ്സ് ഫോർ ഹീറ്റ്, E സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രിസിറ്റി, L സ്റ്റാൻഡ്സ് ഫോർ ലൈറ്റ്, P സ്റ്റാൻഡ്സ് ഫോർ പെറോക്സൈഡ്, R സ്റ്റാൻഡ്സ് ഫോർ റാഡിക്കൽ. ഇത്രയും ആളുകളുടെ പ്രസൻസിൽ അവിടെ ഹോമോലിറ്റിക് ക്ലീവേജ് നടക്കുകയും അങ്ങനെ ഇറ്റ് അണ്ടർഗോസ് റാഡിക്കൽ മെക്കാനിസം. അവിടെ റാഡിക്കൽ മെക്കാനിസം ആണ് എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ ഇലക്ട്രോലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ ഇലക്ട്രോലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്ത് ബാക്കി മിഥൈൽ റാഡിക്കൽ കിട്ടും.
ഇവിടുന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇഥൈൽ റാഡിക്കൽ കിട്ടും. ഇങ്ങനെ ഈ 2 റാഡിക്കൽസ് ആണ് കിട്ടുക. റാഡിക്കൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് അണ്ടർഗോ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ്. ഒന്നുകിൽ ഇറ്റ് വിൽ അണ്ടർഗോ കോമ്പിനേഷൻ റിയാക്ഷൻ ഓർ ഇറ്റ് വിൽ അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. 2 റിയാക്ഷൻസ് ആണ് അവിടെ ഉണ്ടാകുക. കോമ്പിനേഷൻ റിയാക്ഷനിലൂടെ പോവാം, അല്ലെങ്കിൽ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ നടക്കാം. അപ്പോൾ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആൽക്കീനാണ് പ്രൊഡക്റ്റ് കിട്ടുക. പക്ഷെ ക്വസ്റ്റ്യനിൽ അവർ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്പർ ഓഫ് ആൽക്കെയിൻസിനെ കുറിച്ചാണ് ചോദ്യം. നമ്പർ ഓഫ് ആൽക്കെയിൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് എങ്കിൽ ഡിസ്പ്രപ്പോർഷനേഷൻ നിങ്ങൾ കൺസിഡറേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 2 റാഡിക്കൽ മാത്രമേ ഉള്ളൂ എന്നേ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഈ 2 റാഡിക്കൽ ആണെങ്കിൽ മിഥൈൽ റാഡിക്കൽ കമ്പൈൻ ചെയ്തിട്ട് എനിക്കൊരു ഈഥൈൻ കിട്ടാം. മിഥൈൽ റാഡിക്കലും ഈഥൈൽ റാഡിക്കലും കമ്പൈൻ ചെയ്തിട്ട് എനിക്കൊരു പ്രൊപ്പെയിൻ കിട്ടാം. ഈഥൈൽ റാഡിക്കൽ കമ്പൈൻ ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടാം? ബ്യൂട്ടൈനും കിട്ടാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ടോട്ടൽ അവിടെ 3 പ്രൊഡക്റ്റുകൾ എനിക്ക് അവിടെ കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ആ ക്വസ്റ്റ്യന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അവിടെ ഡിസ്പ്രപ്പോർഷനേഷൻ കൺസിഡർ ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അവർ ആൽക്കെയിൻ എന്നിവിടെ എടുത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ചു, വി ഷുഡ് നോട്ട് കൺസിഡർ ദ ഡിസ്പ്രപ്പോർഷനേഷൻ. ഡിസ്പ്രപ്പോർഷനേഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എത്ര പ്രൊഡക്റ്റ് ഉണ്ടാവും? ഡിസ്പ്രപ്പോർഷനേഷൻ കൺസിഡർ ചെയ്താൽ ഇവൻ്റെ എച്ച് ഡോട്ടും ഇവിടുന്ന് റിമൂവ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ആൽക്കീൻ കിട്ടും. CH2 ഡബിൾ ബോണ്ട് CH2 കിട്ടും. ഈ എച്ച് ഡോട്ടും ഇവനും കമ്പൈൻ ചെയ്തിട്ട് ഒരു മീത്തൈനും ഉണ്ടാവും. അപ്പോൾ നമുക്ക് 1, 2, 3, 4, 5 പ്രൊഡക്റ്റ് ഉണ്ടാവും അവിടെ. 5 പ്രൊഡക്റ്റ് ഉണ്ടാവും. സോ നമ്മളോട് ഡിസ്പ്രപ്പോർഷനേഷൻ കൺസിഡർ ചെയ്യേണ്ട എന്നുള്ളത് കൃത്യമായി അവർ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വി ആർ നോട്ട് കൺസിഡറിങ് ഡിസ്പ്രപ്പോർഷനേഷൻ. ഓക്കെ അല്ലേ? റെഡി? അപ്പോൾ അവിടെ നിന്ന് ചോദിക്കാനുള്ള കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേടാ? ഇനി ടെർഷ്യറി റാഡിക്കൽ, ഫ്രീ റാഡിക്കൽ ടെർഷ്യറി ഫോം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് അണ്ടർഗോ കോമ്പിനേഷൻ. അത് കോമ്പിനേഷൻ അണ്ടർഗോ ചെയ്യില്ല. അവിടെ ഉറപ്പായിട്ട് എന്ത് മാത്രമേ നടക്കുള്ളൂ? ഡിസ്പ്രപ്പോർഷനേഷൻ മാത്രമേ നടക്കുള്ളൂ. കാരണം ടെർഷ്യറി റാഡിക്കൽസ് പരസ്പരം കമ്പൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര എനർജിയുള്ള കേസാണ്, ഭയങ്കര ഹൈലി അൺസ്റ്റേബിൾ ആണ്. അത് കമ്പൈൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് the yield will be very low. So they undergo disproportionation. ടെർഷ്യറി റാഡിക്കലിൻ്റെ കേസിലാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്പർ ഓഫ് ഐസോമെറിക് പ്രോഡക്ട്സ് ഫോംഡ് ബൈ മോണോക്ലോറിനേഷൻ ഓഫ് 2-methyl butane in presence of sunlight. അപ്പോൾ മോണോക്ലോറിനേഷനിൽ എത്ര ഐസോമെറിക് ഫോംസ് കിട്ടുന്നതാണ്? 2-methyl butane ആണ് നമ്മൾ എടുക്കുന്നത്. 2-methyl butane. ഇതാണ് 2-methyl butane. ഇതിൽ മോണോക്ലോറിനേഷൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഐഡന്റിക്കൽ കാർബൺ ഏതൊക്കെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ എനിക്കറിയാം ഇത് ഈ CH3 ഐഡന്റിക്കലാണ്. ആ 2 CH3 എവിടെ ക്ലോറിൻ വന്നാലും യു വിൽ ബി ഗെറ്റിംഗ് സെയിം പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ ആദ്യം ഈ CH3 മാത്രം ക്ലോറിനെ ആഡ് ചെയ്യാണ്. അപ്പോൾ ആ CH3 മാത്രം ക്ലോറിനെ ആഡ് ചെയ്യുമ്പോൾ എനിക്കിത് ഇങ്ങനെ കിട്ടും. സോ ഈ കോമ്പൗണ്ടിൽ ഇവൻ എന്താണ്? കൈറാൽ കാർബൺ ആണ്. അവൻ കൈറാൽ കാർബൺ ആകുമ്പോൾ അവൻ്റെ ഡി ഫോമും എൽ ഫോമും ഉണ്ടാവും. സോ എനിക്ക് അവിടെ 2 ഐസോമർ കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ഇനി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇവിടെ കൊടുത്താലും ഒരേ സാധനം തന്നെയാണ്, ഐഡന്റിക്കലാണ്. ഇനി ഞാൻ അടുത്ത കാർബണിൽ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ കൊടുത്തു CH3 CH3 Cl CH2 CH3. ഇവിടെ കൈറാൽ കാർബൺ ഒന്നുമില്ല. സോ ഇവൻ ആകെ ഒരാൾ മാത്രമേ കിട്ടുള്ളൂ. അവിടെ കൈറാൽ കാർബൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഐസോമർ പോസിബിൾ അല്ല, ഒപ്റ്റിക്കൽ ഐസോമർ കിട്ടില്ല. ഞാൻ ഇവിടെ കൊടുക്കുകയാണ് CH3 CH CH3 CHCl CH3. ഇവൻ കൈറാലാണ്, അപ്പോൾ അവിടെയും എനിക്ക് എന്ത് കിട്ടും? 2 എണ്ണം കിട്ടും. ഓക്കെ, അപ്പോൾ 2, 3, 4, 5, 6 എണ്ണായി ഇല്ലേ? ഇനിയും ഇല്ലേ? ഒന്നും കൂടി ഇല്ലടാ. ഇനി ഏറ്റവും ലാസ്റ്റുള്ള ഇവിടെയും വരാലോ. അപ്പോൾ എത്ര എണ്ണം വരും? അവിടെ CH3 CH3 CH2 CH2Cl. ഇതിൽ കൈറാൽ കാർബൺസ് ഒന്നുമില്ല. സോ ഇവൻ ഒരാൾ മാത്രം ഉണ്ടാവും. അപ്പോൾ ഇവിടെ എനിക്ക് 2 എണ്ണം വന്നു. ഇത് നമ്മൾ കൗണ്ട് ചെയ്യണ്ടല്ലോ അല്ലേ? ഇവിടെ എനിക്ക് 2 എണ്ണം വന്നു, ഇവിടെ 2 എണ്ണം വന്നു, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 1. ടോട്ടൽ എത്ര? 6 എണ്ണം വന്നു അല്ലേ? 6 കോമ്പൗണ്ട് നമുക്ക് പോസിബിൾ ആണത്. അപ്പോൾ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കണം.
ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾ കോമ്പൗണ്ട് വരച്ച് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ആരൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മക്കളെ, ഇത് JEE മെയിന് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ നിങ്ങൾ നോക്കൂ, സോഡിയം എന്ന് പറയുന്ന സാധനം, സോഡിയം നിങ്ങൾ എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്? നിങ്ങൾക്കറിയാം, വൂഡ്സ് റിയാക്ഷനിൽ നിങ്ങൾ സോഡിയം കണ്ടിട്ടുണ്ട്. വൂഡ്സ് റിയാക്ഷനിൽ സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഈതർ, ഡ്രൈ ഈതർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്ത് സംഭവിക്കും? ഈവൺ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പുകളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിയാക്ഷനാണ് വൂഡ്സ് റിയാക്ഷൻ. പിന്നെ നിങ്ങൾ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ നിങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ, സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ എന്ന് പറയുന്നത് അഥവാ ബേർച്ച് റിഡക്ഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് ആൽക്കൈനിനെ നിങ്ങൾ ആൽക്കീൻ ആക്കാൻ വേണ്ടി, ആൽക്കൈനിനെ നിങ്ങൾ ആൽക്കീൻ ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇത് ആൻറ്റി അഡീഷൻ ആണ്, ഓപ്പോസിറ്റ് സൈഡിലാണ് എന്ത് നടക്കുക? ഹൈഡ്രജൻ്റെ അഡീഷൻ നടക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ CH3C ട്രിപ്പിൾ ബോണ്ട് CH3 ഇങ്ങനെ കൊടുത്തു വിചാരിക്കും. ഇതിൽ സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ലിക്വിഡ് അമോണിയ കൊടുത്തു. അപ്പോൾ സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ലിക്വിഡ് അമോണിയ കൊടുക്കുമ്പോൾ ഒരു ഹൈഡ്രജൻ മുകളിലും ഒരു ഹൈഡ്രജൻ താഴെയും ആഡ് ചെയ്യും, ഒരു പൈ ബോണ്ട് ബ്രേക്ക് ചെയ്യുക ചെയ്യുക. അപ്പോൾ അവിടെ എനിക്ക് എന്താ കിട്ടുക? CH3CH ഡബിൾ ബോണ്ട് CH3. ഇവിടെ എനിക്ക് ആൻറ്റി അഡീഷൻ നടന്നിട്ട് ഒരു ട്രാൻസ് ആണ് കിട്ടുക, ട്രാൻസ് ആൽക്കീനാണ് കിട്ടുക, ഒരു ട്രാൻസ് ആണ് കിട്ടുക. ഇനി ലില്ലാസ് കാറ്റലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, പലഡൈസ്ഡ് ചാർക്കോൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താ നടക്കുക? അവിടെ നേരെ സിൻ അഡീഷനാണ് നടക്കുക, സെയിം സൈഡിലൂടെ ആഡ് ചെയ്യുക. അതിനാണ് നമ്മൾ ലില്ലാസ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ, നിക്കൽ പലേഡിയം പ്ലാറ്റിനം, ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ പലേഡിയം പ്ലാറ്റിനം ഒക്കെ സിൻ അഡീഷൻ ആണ്, സെയിം സൈഡിലൂടെ ആഡ് ചെയ്യുക. Br2 ഇൻ പ്രസൻസ് ഓഫ് CCl4 സെയിം സൈഡിലൂടെ ആഡ് ചെയ്യുക. രണ്ടും ഓപ്പോസിറ്റ് അല്ല, സെയിം സൈഡ്. ആരും നേരത്തെ ചോദിച്ചിരുന്നു സിൻ അഡീഷൻ എന്താണ്, ആൻറ്റി അഡീഷൻ എന്താണ്? ആൻറ്റി അഡീഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലൂടെ ആഡ് ചെയ്യുക. അതിൻ്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് എന്ത്? ബേർച്ച് റിഡക്ഷൻ. ബാക്കിയുള്ള കേസുകളെല്ലാം നമ്മൾ സിൻ അഡീഷൻ ആണ് അണ്ടർഗോ ചെയ്യുന്നത്. പിന്നെ വെൻ യു ആർ ആഡിങ് എനി ഇലക്ട്രോഫൈൽ വിത്ത് എ ലോൺ പെയർ ഉള്ള ഇലക്ട്രോഫിലിക് അഡീഷൻ നടത്തുകയാണെങ്കിലും അത് ആൻറ്റി അഡീഷൻ ആണ്. ലോൺ പെയർ ഉള്ള ഏതെങ്കിലും ഇലക്ട്രോഫൈൽ നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ആൻറ്റി അഡീഷൻ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കണം. അതായത് ആൽക്കീനിലേക്ക് നിങ്ങളൊരു Br2 ഇൻ പ്രസൻസ് ഓഫ് CCl4 ആഡ് ചെയ്യുന്നത് ആൻറ്റി അഡീഷൻ ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. കാരണം അവിടെ ഉണ്ടാകുന്ന ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത് നോൺ ക്ലാസിക്കൽ കാർബോക്കേറ്റോൺ ആണ്, NCC ആണ്. ഓക്കെ, ഇനി വേറെ എവിടെയാണ് സോഡിയം നിങ്ങൾ യൂസ് ചെയ്യുന്നത്? സോഡിയം നിങ്ങൾ യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് വെനെവർ ദെയർ ഇസ് എൻ അസിഡിക് ഹൈഡ്രജൻ ഉള്ള കോമ്പൗണ്ടിലേക്ക് നിങ്ങൾ സോഡിയം ഇട്ടാൽ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യും. അപ്പോൾ അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ആൽക്കഹോളിലേക്ക് നിങ്ങൾ സോഡിയം ആഡ് ചെയ്യാറുണ്ട്. ആൽക്കഹോളിലേക്ക് സോഡിയം ആഡ് ചെയ്യുമ്പം ഓക്സിജൻ്റെ കൂടെയുള്ള ഹൈഡ്രജൻ അസിഡിക് ക്യാരക്ടറുള്ള ആളാണ്. അവിടുന്ന് H2 ഗ്യാസ് ഇവോൾവ് ചെയ്ത് ആൽക്കോക്സൈഡ് അയോൺ ഫോം ചെയ്യും. അതേപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിലെ ടെർമിനൽ ആൽക്കൈനുകളിൽ ആസിഡിക് ഹൈഡ്രജൻ ഉണ്ട്. ടെർമിനൽ ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൽ ഹൈഡ്രജൻ വരുന്ന ലാസ്റ്റ് കാർബണിലേക്ക് ട്രിപ്പിൾ ബോണ്ട് വരുന്നതിനാണ് നമ്മൾ ടെർമിനൽ ആൽക്കൈൻ എന്ന് പറയുക. ടെർമിനൽ ആൽക്കൈനിൽ നിങ്ങൾ സോഡിയം ഇട്ടാൽ വാട്ട് ഹാപ്പൻസ്? ഹൈഡ്രജൻ ഗ്യാസ് വിൽ ബി ഇവോൾവ്. അപ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങൾ ബി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണെന്നാണ്, എയും ബിയും എന്താണെന്നാണ് ചോദ്യം അല്ലേ? അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നോക്കൂ, നിങ്ങൾ CH3C ട്രിപ്പിൾ ബോണ്ട് CH എന്ന് പറയുന്ന ഒരു ടെർമിനൽ ആൽക്കൈനാണ്. സോഡിയം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഹൈഡ്രജനെ റിമൂവ് ചെയ്യും. സോ ഐ വിൽ ബി ഗെറ്റിംഗ് CH3C ട്രിപ്പിൾ ബോണ്ട് C- വിച്ച് ഇസ് എ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ, നല്ലൊരു ന്യൂക്ലിയോഫൈലാണ്. ഓക്കെ, അപ്പോൾ അവിടെ ന്യൂക്ലിയോഫൈൽ ഉണ്ടായി, ന്യൂക്ലിയോഫൈൽ കിട്ടി. ഇനി എന്താ ചോദ്യം? സി നമുക്ക് തന്നിട്ടുണ്ട്. സി എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് ദ കോമ്പൗണ്ട്. സിയിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ആൽക്കൈൽ ഹാലൈഡിലേക്ക് ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ Br പുറത്തേക്ക് പോവുക ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് ആൽക്കൈൽ ഹാലൈഡ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ബി ആരാണെന്നാണ് ചോദ്യം. അപ്പോൾ സി തന്നിട്ടുണ്ട്. സിയിൽ എന്താ ഉള്ളത്? CH2 CH3 ഉണ്ട്. അപ്പോൾ ഇവിടെ ഒബ്വിയസ്ലി ആരുണ്ടാവും? Br ഉണ്ടാവും. ഇവിടുന്ന് C- വന്ന് ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നു, Br ലീവ് ചെയ്ത് പോകുന്നു. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? CH3C ട്രിപ്പിൾ ബോണ്ട് CH2 CH3. ക്ലിയർ ആണല്ലോ മക്കളെ? സോ ഇതിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. നോക്കുക, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ. 2 ക്വസ്റ്റ്യനും കൂടിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുരളി സാറ് വെയിറ്റിംഗ് ആണ്. സാറും ഓർഗാനിക് കെമിസ്ട്രി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്.
സോ ബാക്കിയുള്ള ഭാഗങ്ങൾ, അതായത് നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ ഭാഗങ്ങളൊക്കെ സാറായിരിക്കും കവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കുക, Cl2 ഇൻ പ്രസൻസ് ഓഫ് HNu, സൺലൈറ്റിൻ്റെ പ്രസൻസിൽ എന്താണ് സംഭവിക്കുക? റാഡിക്കൽ മെക്കാനിസം ആണ്. അപ്പോൾ ഇവിടെ ഏറ്റവും സ്റ്റേബിൾ റാഡിക്കൽ ഫോം ചെയ്യണം. ഏറ്റവും സ്റ്റേബിൾ റാഡിക്കൽ ഏതാ? അലീലിക് റാഡിക്കലാണ് ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള. അപ്പോൾ അലീലിക് പൊസിഷനിൽ H ഡോട്ട് റിമൂവ് ആയി ഇവിടെ 2 റാഡിക്കൽ ഫോം ചെയ്യും. അവിടെ ആര് വരും? നമുക്ക് Cl അല്ലേ തന്നിരിക്കുന്നത്, Cl വരും. ഇനി അടുത്തത് എന്താണ്? Cl2 ഇൻ പ്രസൻസ് ഓഫ് CCl4 എന്ന് പറയുന്നത് എന്താ? ഇലക്ട്രോഫിലിക് അഡീഷൻ ആണ്. മറ്റേത് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പം സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്, FRSR നമ്മൾ പറയും. ഇവിടെ എന്താണ്? ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ്, EAR എന്ന് പറയും. ഇപ്പോൾ ഇലക്ട്രോഫിലിക് അഡീഷൻ എന്ന് പറയുമ്പോൾ അവൻ ന്യൂക്ലിയോഫൈലിനെ അറ്റാക്ക് ചെയ്യും. ഇവിടെ ന്യൂക്ലിയോഫൈൽ ചെയ്താൽ പൈ ബോണ്ടാണ്. അപ്പോൾ ആ പൈ ബോണ്ടിനെ നേരെ അറ്റാക്ക് ചെയ്ത് ഇവിടെ എന്ത് വരും? Cl. ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ചോദിക്കാം. അതായത് ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് എന്നും ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് ഡാർക്ക് എന്നും ചോദിക്കാം, ക്ലോറിൻ ഡാർക്ക് എന്നും ചോദിക്കാം. അപ്പോൾ തന്നെ മനസ്സിലാക്കണം അത് CCl4 CS2 ഒക്കെയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ 4 ആണ്. മക്കളെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നോക്കുക, കൺസിഡർ ദ ഗിവൺ റിയാക്ഷൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് പ്രസന്റ് പെർ മോളിക്യൂൾ ഓഫ് ദി പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സാധനം എന്താണ്? ഓസോണോലിസിസ് ആണെന്ന് നിങ്ങൾക്കറിയാം. നോക്കണേ നിങ്ങൾ, ഓസോണോലിസിസിൽ നമുക്ക് 2 ടൈപ്പ് ഓസോണോലിസിസ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഒന്ന് എന്താണ്? ഓക്സിഡേറ്റീവും മറ്റൊന്ന് റിഡക്റ്റീവ് ഓസോണോലിസിസ് ആണ്. ഓക്സിഡേറ്റീവ് ഓസോണോലിസിസ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കുക? ഓസോൺ ഇൻ പ്രസൻസ് ഓഫ് H2O2 എന്നോ അല്ലെങ്കിൽ ഓസോൺ ഇൻ പ്രസൻസ് ഓഫ് H2 എന്ന് മാത്രമാണ് തരുന്നെങ്കിൽ അത് ഓക്സിഡേറ്റീവ് ഓസോണോലിസിസും, ഓസോൺ ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് റിഡക്റ്റീവ് ഓസോണോലിസിസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ റിഡക്റ്റീവ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത്. അപ്പോൾ റിഡക്റ്റീവ് ആണെങ്കിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല, നേരെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, 2 സൈഡിലും ഓക്സിജൻ അങ്ങ് കൊടുക്കുക. അപ്പോൾ CH3 CHO എന്നെനിക്ക് കിട്ടും. ഇനി ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓക്സിഡേറ്റീവ് ഓസോണോലിസിസ് ആണ് തന്നത് എന്ന് വിചാരിക്കുക. ഇതേ ക്വസ്റ്റ്യൻ ഓക്സിഡേറ്റീവ് ഓസോണോലിസിസ് ആണ് തന്നത് വിചാരിക്കുക, ഇങ്ങനെ തന്നു വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് 2ലും നമുക്ക് ആൽഡിഹൈഡ് ആണ് കിട്ടുക. പക്ഷേ അവിടെ കൊണ്ട് റിയാക്ഷൻ സ്റ്റോപ്പ് ആവില്ല. നിങ്ങൾക്ക് ആൽഡിഹൈഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഓക്സിഡേഷന് വിധേയമായി കാർബോക്സിലിക് ആസിഡായിട്ട് മാറും. കീറ്റോൺ ആണ് കിട്ടുന്നതെങ്കിൽ കീറ്റോണിന് ഫെർദർ ഓക്സിഡേഷൻ നടക്കില്ല. ഓക്കെ, പക്ഷേ ഓസോൺ ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ എന്ന് തന്നാൽ അല്ലെങ്കിൽ ഓസോൺ ഇൻ പ്രസൻസ് ഓഫ് H2O2 എന്ന് തന്നാൽ ഇറ്റ് അണ്ടർഗോസ് ഓക്സിഡേറ്റീവ് ഓസോണോളിസിസ്. അപ്പോൾ ആൽഡിഹൈഡാണ് കിട്ടുന്നെങ്കിൽ വീണ്ടും അത് എന്തായിട്ട് മാറും? ആൽഡിഹൈഡിൽ നിന്ന് അത് കാർബോക്സിലിക് ആസിഡിലേക്ക് എത്തും. ഇനി ഇവിടെ നിങ്ങൾക്ക് റിയേജൻ്റ് മാറ്റി ചോദിക്കാം നിങ്ങളോട്. ഇപ്പം CH3C ഡബിൾ ബോണ്ട് C HCH3 ഇവിടെ എന്താണ്? H. ഇവിടെ നിങ്ങളോട് ചോദിക്കുകയാണ് സ്ട്രോങ് അല്ലെങ്കിൽ ഹോട്ട് കോൺസെൻട്രേറ്റഡ് KMnO4. ഹോട്ട് കോൺസെൻട്രേറ്റഡ് KMnO4 എന്ന് തന്നാലും സെയിം തന്നെയാണ് കിട്ടുക. ഏത്? ഓക്സിഡേറ്റീവ് ഓസോണോളിസിസ് കിട്ടുന്നതാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താ കിട്ടുക? CH3 CHO എന്ന് ആദ്യം കിട്ടും, അത് വീണ്ടും ഓക്സിഡേഷന് വിധേയമായി 2 മോൾ CH3COH എന്ന് കിട്ടും. ഇനി ഇവിടെ ഞാൻ ബെയേഴ്സ് റിയേജൻ ആണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. എന്താണ് ബെയേഴ്സ് റിയേജൻറ്റ്? ഡൈല്യൂട്ട് ആൽക്കലൈൻ KMnO4 അല്ലേ? ഇവിടെ എന്താ സംഭവിക്കുക? ഹൈഡ്രോക്സിലേഷൻ ആണ്. പൈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് 2ലേക്കും ആര് ആഡ് ആവും? 2ലേക്ക് OH ആഡ് ആവും. ഓക്കെ, ഇനി ഓസ്മിയം ടെട്രോക്സൈഡ് ആണെങ്കിലും സെയിം പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഇനി പെറോക്സി ആസിഡ് ആണെങ്കിൽ അതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. പെറോക്സി ആസിഡ് ആണെങ്കിൽ ഇതൊക്കെയാണ് ഓക്സിഡൈസിങ് ഏജൻറ്റുകളിൽ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന സാധനങ്ങൾ. അപ്പോൾ ഇവിടെ RCO3H എന്നു പെറോക്സി ആസിഡ് തന്നാൽ എന്താ സംഭവിക്കുക? ഇവിടെ ഇപ്പോക്സൈഡിൻ്റെ ഫോർമേഷൻ ഉണ്ടാവും. അതായത് CH3CH ഇവിടെ ഓക്സിജൻ. ഓക്കെ, ഇങ്ങനെ കൊടുത്തോളണം. ആ ഡബിൾ ബോണ്ടിന് എക്രോസ് ആയിട്ട് ഓക്സിജൻ ഇപ്പോക്സൈഡ് ഫോം ചെയ്യും. അപ്പോൾ RCO3 പെറോക്സി ആസിഡ് ആണെങ്കിൽ ഇപ്പോക്സൈഡ് ആണ് നിങ്ങൾക്ക് കിട്ടുക. കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലൈൻ KMnO4 ആണെങ്കിൽ ഹൈഡ്രോക്സിലേഷൻ ആണ്, അത് ഓസ്മിയം ടെട്രോക്സൈഡ് ഉപയോഗിച്ചാലും സെയിം കിട്ടുക. ഇനി ഹോട്ട് കോൺസെൻട്രേറ്റ് KMnO4 ആണെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ സംഭവിക്കുക എന്താണ്? 2 ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അവിടെ ഓക്സിഡേറ്റീവ് ഓസോണോളിസിസിൽ എന്താണോ കിട്ടുന്നത് അത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഓക്സിഡേറ്റീവ് ഓസോണോളിസിസിൽ അത് ആൽഡിഹൈഡ് ആണെങ്കിൽ കാർബോക്സിലിക് ആസിഡിലേക്ക് പോകും, കീറ്റോൺ ആണെങ്കിൽ ഫെർദർ ഓക്സിഡേഷൻ നടക്കില്ല. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് പ്രസന്റ് പെർ മോളിക്യൂൾ ഓഫ് പ്രോഡക്റ്റ്. അപ്പോൾ ഒരു മോളിക്യൂൾ എത്ര
ഓക്സിജൻ ഉണ്ടെന്നാണ്. ആൻസർ ഇസ് 1. സോ വിത്ത് ദാറ്റ് മക്കളെ നമ്മൾ നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാരത്തോൺ ലൈവ് നിങ്ങൾ കാണണം, അതിലും കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇന്നും നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ആൻഡ് നാളത്തെ പരീക്ഷ ആരൊക്കെയാണോ എഴുതാൻ പോകുന്നത്, ഇനി വരും ദിവസങ്ങളിൽ ആരൊക്കെയാണോ പരീക്ഷ എഴുതാൻ പോകുന്നത്, ഓൾ ദ ബെസ്റ്റ് മക്കളെ. നിങ്ങൾ പേടിക്കേണ്ട, ഒരു കാരണവശാലും പേടിക്കേണ്ട. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോയി പരീക്ഷ എഴുതുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. നേരത്തെ ഒന്ന് തീരാം പക്ഷേ നമസ്കാരം. കെമിസ്ട്രിയുടെ ഓർഡർ ചെറിയൊരു മാറ്റം വന്നു. ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ സെഷൻ കയറുന്നതിന് മുമ്പ് സെക്കൻഡ് ഇയർ തുടങ്ങിയെന്നുള്ളതാണ്. എന്തായാലും നിങ്ങളെല്ലാം പഠിച്ച് ഒരുവിധം ലെവലിലെത്തി നിൽക്കുന്ന കാരണം കൊണ്ട് നോ പ്രോബ്ലം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ഡിലേ ആയി പോവും. ഒരു 50 ക്വസ്റ്റിനോളം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ചാപ്റ്ററുകൾ റിഡോക്സ് റിയാക്ഷൻ, പി ബ്ലോക്ക് ഫസ്റ്റ് ഇയർ, കോമ്പൗണ്ടുകൾ ഒഴികെ. ദെൻ GOC ഒരുമിച്ച് പറയുകയാണ്, GOC 1, 2 എന്ന് പറയുന്നില്ല. ദെൻ ഹൈഡ്രോ കാർബൺ. ഇതിൽ സ്ട്രിക്ട്ലി NCERTയുടെ ബേസിസിൽ ഉള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, കഴിഞ്ഞ പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻസിൻ്റെ നിലവാരം നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ അത് മാത്രം മുൻനിർത്തിക്കൊണ്ട് ഓക്കെ, സാധാരണ JEEക്ക് കാണുന്ന ക്വസ്റ്റ്യൻസിനേക്കാളൊക്കെ വളരെ ലൈറ്റായിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതാണോ JEE ക്വസ്റ്റ്യൻ എന്നുള്ള ചോദ്യം വേണ്ട, കാരണം കഴിഞ്ഞ പരീക്ഷ നമ്മുടെ മുമ്പിലുള്ള ഒരു ഉദാഹരണമാണ്. ഓക്കെ, സോ ഡയറക്റ്റ്ലി എൻറ്ററിങ് ടു ദ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റിഡോക്സ് റിയാക്ഷൻ. വാട്ട് ഈസ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ ഇൻ CaOCl2 അല്ലേ? ബ്ലീച്ചിങ് പൗഡർ കേട്ടിട്ടുള്ളതാണ്. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊന്ന് മാറ്റട്ടെ. CaOCl2 ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ Ca2+ഉം Cl- OCl- മാറുകയാണെന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൽ Cl- എന്ന് പറയുമ്പോൾ തന്നെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. ഇനി OCl മൊത്തത്തിലൊരു -1 ആണ്. അതിൽ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അറിയില്ല. ഓക്സിജൻ -2 ആണെങ്കിൽ X- 2 ഈക്വൽ ടു -1 ആണെങ്കിൽ X ഈക്വൽ ടു +2 അല്ലേ? ആവറേജ് ആണെങ്കിൽ 0 ആണ്. അപ്പോൾ ഒന്ന് +1ഉം മറ്റൊന്ന് -1ഉം. ഓക്കെ, അപ്പോൾ അത് ഉത്തരം എയും ബിയും കറക്റ്റാണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കംസ് അണ്ടർ റിഡോക്സ് ഫിനോമിന. ഇതിലിപ്പോൾ കോഷൻ എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണ് അല്ലേ? റിഡോക്സ് റിയാക്ഷനാണ്. ഇനി ഓസോൺ ഹോൾ ഫോർമേഷൻ, ഹൈഡ്രജൻ എക്കണോമി ഒരു പക്ഷേ കൺഫ്യൂഷൻ തോന്നാം. പക്ഷേ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് റിഡോക്സ് റിയാക്ഷൻ എന്നുള്ള പാഠം തുടങ്ങുന്ന ഭാഗത്ത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ സമയം പരിമിതി ആയതുകൊണ്ടാണ് നേരെ ക്ലാസ്സിലേക്ക് കയറിയത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും നമസ്കാരം. ക്വസ്റ്റ്യൻ 2ലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ വൈകിയവർ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ പോയിട്ടുള്ളൂ. അത് ബ്ലീച്ചിങ് പൗഡറിലെ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ്. ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്, NCERT ടെക്സ്റ്റ് ബുക്കിലെ സ്റ്റേറ്റ്മെൻ്റ് ആണ്.
ഓക്കെ, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ലൈക്ക് ഹൈഡ്രജൻ എക്കണോമി, അത് നിങ്ങളുടെ എടുത്തു കളഞ്ഞ ചാപ്റ്ററാണ് ഹൈഡ്രജൻ, അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഉണ്ട് കേട്ടോ. ഹൈഡ്രജനെ ഇറ്റ്സ് എ സോഴ്സ് ഓഫ് എനർജിയാണ്. ലിക്വിഡ് ഫോമിൽ ഹൈഡ്രജനെ സ്റ്റോർ ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്തതിനെയാണ് നമ്മൾ സാധാരണ ഹൈഡ്രജൻ എക്കണോമി എന്ന് പറയാം. അതുകൂടാതെ ഫോർമേഷൻ ഓഫ് ഓസോൺ ഹോൾ, ഇതൊക്കെ അണ്ടർ ഏതാണ്, റിഡോക്സ് ഫിനോമിനയാണ് കേട്ടോ. അപ്പോൾ ഉത്തരം എല്ലാവരും റിഡോക്സ് ഫിനോമിനയാണ് കേട്ടോ. ഓക്കെ, ടെക്സ്റ്റുമായിട്ട് കുറച്ചുകൂടെ ക്ലോസ് കോൺടാക്റ്റ് വരാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദ്യങ്ങളായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, പലതും നിങ്ങൾക്ക് അങ്ങനെ ബുക്കുകളിൽ കാണില്ല, കാരണം നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചുണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ്. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കുകയാണ്. Mn3+ ഡിസ്പ്രപ്പോർഷനേറ്റ് ടു Mn2+ ആൻഡ് MnO2 ഇൻ അസിഡിക് മീഡിയയാണ്. വാട്ട് ആർ ദ കോഎഫിഷ്യൻസ് ഓഫ് Mn3+, 2+, H+? സോ ലെറ്റ് us balance the equation. അധികം സമയമൊന്നും വേണ്ട. ഈ Mn3+ ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറും മറ്റൊരാൾക്ക് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറാണ് അല്ലേ. അപ്പോൾ Mn3+ എന്നുള്ളത് Mn2+ ആയിട്ട് മാറുമ്പോൾ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്തു, n ഫാക്ടർ 1 ആണ്. ഇനി Mn3+ എന്നുള്ളത് MnO2 ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ Mn+4 ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്തു, അവിടെയും n ഫാക്ടർ 1 അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാവുന്ന ഈക്വേഷൻ ഇങ്ങനെയാണ്. 2 Mn3+ ഗീവ്സ് ഒരു Mn2+ ഉണ്ട്, പിന്നെ ഒരു MnO2 ഉണ്ട് അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓക്സിജനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്സിജൻ ബാലൻസ് ചെയ്യുമ്പോൾ 2 ഓക്സിജൻ അപ്പുറത്താകുമ്പോൾ ഇവിടെ 2 വാട്ടർ ചേർക്കില്ല വേണ്ടേ അല്ലേ. 2 വാട്ടർ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്തായാലും 4 ഹൈഡ്രജൻ കൂടിയിട്ടുണ്ട്, അപ്പോൾ 4 H+. ഓക്കെ, അപ്പോൾ ഇതാണല്ലോ അതിൻ്റെ ബാലൻസ്ഡ് ഈക്വേഷൻ. അപ്പോൾ ഇതിൽ ചോദിച്ചുള്ളത് Mn3+ൻ്റെ എണ്ണം 2, Mn2+ൻ്റെ എണ്ണം 1, H+ൻ്റെ എണ്ണം 4. സോ 2, 1, 4 അതാണ് ഉത്തരം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ബാലൻസിങ് ദ redox reaction in basic medium, N2H4+ ClO3- gives Cl- plus NO ആണ്. ഓക്സിജൻ ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇതൊക്കെ നിങ്ങൾ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ കാണുന്ന എക്സാമ്പിളാണ്. ചിലപ്പോൾ ടെക്സ്റ്റ് നന്നായിട്ട് കണ്ടിട്ടുള്ള കുട്ടികൾക്ക് പരിചയം ഉണ്ടാവും, അല്ലെങ്കിൽ പരിചയപ്പെടണം. ഇതൊക്കെ ടെക്സ്റ്റിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. N2H4 ClO3- gives Cl- plus NO. ഞാൻ രണ്ടും രണ്ടായിട്ടൊന്ന് എഴുതാണ്. N2H4 എന്നുള്ളത് അവിടെ 2 NO ആയിട്ട് മാറണമെന്ന് എഴുതണം. കാരണം ലെഫ്റ്റ് സൈഡിൽ 2 നൈട്രജൻ ആണെങ്കിൽ റൈറ്റ് സൈഡിലും 2 നൈട്രജൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ്റെ മൊത്തം ഓക്സിഡേഷൻ നമ്പർ +4 ആണെങ്കിൽ മൊത്തം നൈട്രജൻ -4 ആണ്. ഓക്സിജൻ്റെ ഒരാളുടെ ചാർജ് -2 ആണെങ്കിൽ ഒരു നൈട്രജൻ +2 ആണ്. അത് 4 എണ്ണാകുമ്പോൾ അല്ല 2 എണ്ണാകുമ്പോൾ +4 ആണ്. എന്ന് പറഞ്ഞാൽ -4 നിന്ന് +4 ചേഞ്ച് അല്ലേ. -4 +4 ആകുമ്പോൾ ലൂസിങ് 8 ഇലക്ട്രോണല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ n ഫാക്ടർ 8 എന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ ഈക്വേഷനായിട്ട് ClO3- എന്നുള്ളത് Cl- ആയിട്ട് മാറുമ്പോൾ ക്ലോറിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമില്ല, പക്ഷേ ക്ലോറിന് ഇവിടെ +5 ആണ്, അവിടെ -1 ആണ്. +5 -1 ആകുമ്പോൾ അല്ലേ ആഡിങ് 6 ഇലക്ട്രോണല്ലേ വരിക. എന്ന് പറഞ്ഞാൽ അവിടുത്തെ n ഫാക്ടർ 6 ആണ്. ഓക്കെ, അപ്പോൾ N2H4 വാലൻസി അല്ലെങ്കിൽ n ഫാക്ടർ 8 ആണ്. ClO3- n ഫാക്ടർ 6 ആണെങ്കിൽ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വെട്ടിക്കളയാം 4, 3. അതായത് 3 മോൾ N2H4-ന് 4 മോൾ ClO3- വേണം. അങ്ങനെയും വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതാണ് 3 N2H4 + 4 ClO3- gives N2H4 NO ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 3 N2H4 എന്ന് പറഞ്ഞാൽ 6 NO എന്നല്ലേ കണക്ക് ശരിയാവുള്ളൂ. നമ്മുടെ ഉദ്ദേശം ബാലൻസിങ് ആണല്ലോ. ഇനി 4 ClO3- 4 Cl- ആയിട്ട് തന്നെ മാറും. ക്ലോറിൻ്റെ എണ്ണത്തിൽ നമ്പർ അപ്രോപ്രോം സെയിം ആണ്. ഇനി നമ്മൾ ഓക്സിജൻ എണ്ണം ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ഓക്സിജൻ 4 × 3 12, ഇവിടെ ആണെങ്കിൽ 6. അപ്പോൾ 6 ഓക്സിജൻ്റെ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മൾ 6 വാട്ടർ ആഡ് ചെയ്യും. 6 വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 12 H ഉണ്ടല്ലോ. ഇവിടെ വേറെ എച്ചുകളൊന്നുമില്ല ലെഫ്റ്റ് സൈഡ്, സോറി റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിൽ ഇതാ 3 × 4 12 H ഉണ്ട്. എന്ന് പറഞ്ഞാൽ ബേസിക് മീഡിയം എന്നൊക്കെ വലിയ ഗംഭീരമായിട്ട് തന്നാലും നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നർത്ഥം. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഈക്വേഷൻ ഇപ്പോൾ തന്നെ ബാലൻസ്ഡ് ആണ്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചോദിച്ചുള്ളത്. നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾ ആഡാണ് ചോദിച്ചുള്ളത്. നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾ ആഡഡ് 6 ആണ്. ഓക്കെ, ഇപ്പോൾ ബാലൻസിങ് ദ redox റിയാക്ഷൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഫ്ലൂറിൻ OF2 ആണ് അടുത്ത ക്വസ്റ്റ്യൻ. ഫ്ലൂറിന് വേറെ കൺഫ്യൂഷനൊന്നുമില്ല, -1 ആണ്. അല്ല, ഇവിടെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പറിനാണ് പ്രാധാന്യം അല്ലേ. 2 ഫ്ലൂറിന് 2 മൈനസ് ആകുമ്പോൾ ഓക്സിജൻ +2 സ്റ്റേറ്റിൽ നിൽക്കുക എന്നുള്ളത് റെയറാണ് അല്ലേ. ഓക്സിജൻ +2 +1 ഒക്കെ വരാറുണ്ട് അപൂർവമായിട്ട്. അപ്പോൾ അതിൽ ഓക്സിജൻ ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പ്രാധാന്യമുള്ളതാണ്. ഫ്ലൂറിന് നോ കൺഫ്യൂഷൻ, ആൻസർ -1 3. ഓക്കെ,
നെക്സ്റ്റ്, വാട്ട് ഈസ് എ കറക്റ്റ് ഓർഡർ? അപ്പോൾ ഞാൻ ഈ റെഡോക്സ് റിയാക്ഷനിൽ നിന്ന് ഇത്തരം ചോദ്യങ്ങളിൽ ഒതുക്കി കേട്ടോ. ഇനി പി ബ്ലോക്കിലെ കാര്യത്തിൽ കിടക്കാണ്. പി ബ്ലോക്ക് ടെക്സ്റ്റ് വായിക്കണം കൃത്യമായിട്ട്. കറക്റ്റ് ഓർഡർ ഓഫ് ദ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ഓഫ് ഗ്രൂപ്പ് 13 എലമെൻറ്റ്. ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഗ്രൂപ്പ് 13ൻ്റെ അയണൈസേഷൻ എന്താൽപ്പി, ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പിയുടെ ഓർഡർ? ഒന്ന് അല്ലേ? ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഡൗൺ ദ ഗ്രൂപ്പ് അയണൈസേഷൻ എന്താൽപ്പി കുറയാം അല്ലേ? എനിബഡി എൽസ്? ആരെങ്കിലും ഉണ്ടോ? ഒന്ന് വേഗം കമൻറ്റ് ചെയ്യൂ. മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. കമൻറ്റ് ചെയ്ത ആൾ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. എനിവേ, സമയമില്ല. പ്രതികരിക്കാൻ താല്പര്യമുള്ള കുട്ടികളൊന്ന് പ്രതികരിക്കൂ. സെക്കൻഡ് ഓപ്ഷൻ. യെസ്, സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. കാരണം ബോറോൺ കഴിഞ്ഞാൽ പിന്നെ താലിയം, ദെൻ ഗാലിയം, ദെൻ അലുമിനിയം, ഇൻഡിയം. ഇത് എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് NCERTയുടെ ഈ ഒരു ഭാഗം അനലൈസ് ചെയ്യണം. അതായത് എവറി ഗ്രൂപ്പ്, ഓക്കെ, അത് പി ബ്ലോക്കും എസ് ബ്ലോക്കും ഒക്കെ തന്നെ എവറി ഗ്രൂപ്പ്. നേരത്തെ കാണിച്ചതിൻ്റെ ആൻസറാണ് പറഞ്ഞത്. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ എവറി ഗ്രൂപ്പ് ഈസ് സ്റ്റാർട്ടിങ് വിത്ത് ദിസ് ഫിസിക്കൽ പ്രോപ്പർട്ടി കോളം. ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ കോളത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് വാല്യൂസ് വെച്ച് ഓർഡർ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ പഠിച്ച പീരിയോഡിക് ടേബിളിൽ പഠിച്ച പല കാര്യങ്ങളുടെയും ഓർഡർ അത് ഓരോ ഗ്രൂപ്പിലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട് കേട്ടോ. അതിൽ അയണൈസേഷൻ എന്താൽപ്പി, മെൽറ്റിംഗ് പോയിന്റ്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി, ഇതൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ് പലതും. ഇതിൽ നിങ്ങൾ നോക്കിയേ, ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഒന്ന് പറയാണ്. ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ഏറ്റവും കൂടുതൽ 801 നമ്മുടെ ബോറോൺ തന്നെയാണ്. രണ്ടാം സ്ഥാനം പോണത് 589 കഴിഞ്ഞ്, പിന്നെ 579 കഴിഞ്ഞ്, 77 കഴിഞ്ഞ്, 558 എന്ന് പറഞ്ഞാൽ ഒരു റാൻഡം ആയിട്ടുള്ള പ്ലേസ്മെൻ്റ് ആണ് ഇത് വാല്യൂസ്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അനാലിസിസ് നടത്തണം കോളത്തിൽ കൂടെ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉത്തരം കിട്ടുള്ളൂ. സംഗതി വളരെ ഈസിയാണ്. ഇറ്റ് ഈസ് ഗിവൺ ഇൻ NCERT. ഇത് എക്സ്പെരിമെൻ്റൽ റിസൾട്ടാണ്, അസ്യൂം ചെയ്ത് പറയുന്ന ഉത്തരമല്ല. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ വരുന്നുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് കയറിയ കുട്ടികൾക്ക് വീണ്ടും നമസ്കാരം കേട്ടോ. ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മനഃപൂർവ്വം വെച്ചതാണ്. ഇനി വരാനായിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു വയ്ക്കാം. ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ സാധാരണ ട്രെൻഡ് ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും സൈസ് കൂടി പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയത്തിൽ ഏറ്റവും കുറവ് ഇലക്ട്രോ നെഗറ്റിവിറ്റി വി ആർ എക്സ്പെക്ടിങ് ഫോർ താലിയം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് ഫോർ താലിയം. ഓക്കെ, ഇറ്റ് ഈസ് ഫോർ അലുമിനിയാണ്. മനസ്സിലാവുണ്ടോ? ഇനി അതുമല്ല, വാല്യൂ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഡൗൺ ദ ഗ്രൂപ്പ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയാമെന്നല്ലേ പറഞ്ഞേ? അല്ല, നിങ്ങൾ ബോറോൺ നീക്കി നിർത്തിയിട്ട് ബാക്കിയുള്ളവരുടെ വാല്യൂ നോക്കിയാൽ ഡൗൺ ദ ഗ്രൂപ്പ് ഇൻക്രീസസ് ആണ്. നിങ്ങൾ നോക്കി നോക്കിയാൽ വാല്യൂ മാത്രം ഇത് രണ്ട് നീക്കി നിർത്തുക. 1.5 1.6ലേക്ക് കൂടി, 1.7ലേക്ക് കൂടി, 1.8ലേക്ക് കൂടുക ചെയ്യണത്. ഓക്കെ, അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഡൗൺ ദ ഗ്രൂപ്പ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസസ് എന്ന് പറയും എക്സെപ്റ്റ് ദ ഫസ്റ്റ് എലമെൻറ്റ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ടിപ്പിക്കൽ മെറ്റൽ ഓഫ് 13th ഗ്രൂപ്പ്. മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ പോസിറ്റിവിറ്റിയുള്ള ആളുകളാണ്. മീൻസ് ലീസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ്. അത് അലുമിനിയാണ്. ഇനി അടുത്ത അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് ഈ 303 എന്നുള്ള ടെമ്പറേച്ചറിന് പ്രാധാന്യമുണ്ട്. ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കുറവായതുകൊണ്ട് ഗാലിയത്തിൻ്റെ ഒരു പീസ് നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റ് ചെയ്യും. ലിക്വിഡ് ഗാലിയം മെൽറ്റിംഗ് പോയിന്റ് കുറവാണ്, പക്ഷേ അതിന് ഒടുക്കത്തെ ബോയിലിംഗ് പോയിന്റാണ്. എന്ന് വെച്ചാൽ ഏറ്റവും ഹയസ്റ്റ് എന്നല്ല, നല്ല അത്യാവശ്യം ഹൈ റേഞ്ചാണ്. അതുകൊണ്ട് ഗാലിയത്തിനൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പറയാറുണ്ട് കുട്ടികളെ. ഈ തെർമോമീറ്റർ നമ്മൾ മെർക്കുറി ആയിട്ട് ലിക്വിഡ് ഉപയോഗിക്കണം അല്ലേ, ടെമ്പറേച്ചർ മെഷർമെൻറ്റിന്. ആ തെർമോമീറ്ററിൽ ഹൈ ടെമ്പറേച്ചർ, വെരി ഹൈ ടെമ്പറേച്ചർ, മെർക്കുറി ആക്ട് ചെയ്യാത്ത വെരി ഹൈ ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചർ അളക്കാനായിട്ട് തെർമോമീറ്ററുകളിൽ ലിക്വിഡ് ഗാലി ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അതാണ് ആ മാർക്കഡ് ഇൻഡിക്കേഷൻ. അടുത്ത ചോദ്യത്തിലേക്കുള്ളൊരു ഇൻഡിക്കേഷനാണ് കേട്ടോ. ഇനി E0 എന്നുള്ളതിൻ്റെ ഉത്തരം റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്, +3 സ്റ്റേറ്റ്. E0 കുറവുള്ള ആൾ റിഡ്യൂസിങ് ഏജൻറ്റും E0 കൂടുതലുള്ള ആൾ ഓക്സിഡൈസിങ് ഏജൻറ്റുമാണ്. അപ്പോൾ +3 സ്റ്റേറ്റിലെ നല്ല ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ 1.26 നമ്മുടെ താലിയാണ്. മനസ്സിലായല്ലോ? ഇത് ഞാൻ ക്വസ്റ്റ്യൻ അടുത്തത് വരാൻ പോകുന്നതിൽ മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ബട്ട് യു ഹാവ് ടു ഗോ ത്രൂ ദറ്റ് കോളം thoroughly ആൻഡ് യു അനലൈസ് ഇറ്റ്. ഓക്കെ, എവറി പോയിന്റ് യു ജസ്റ്റ് അനലൈസ് ഇറ്റ്, ക്രിയേറ്റ് an order by heart it കേട്ടോ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ടിപ്പിക്കൽ മെറ്റൽ ഓഫ് 13th ഗ്രൂപ്പ് ജസ്റ്റ് പറയാനേ ഉള്ളൂ, അലുമിനിയാണ് അല്ലേ. ദെൻ മെറ്റൽ വിച്ച് റീപ്ലേസസ് മെർക്കുറി ഇൻ തെർമോമീറ്റർ മറ്റൊരു അരുവള ഗാലിയാണ്. ഇനി അതിൻ്റെ കൂടുതൽ ഓപ്ഷൻസ് ഞാൻ വിശദീകരിക്കാനൊന്നും നിൽക്കുന്നില്ല, കാരണം സമയം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. +3 സ്റ്റേറ്റിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റ് താലിയാണ്.
അപ്പോൾ ഈ 3 കാര്യങ്ങൾക്കും പ്രീവിയസ് ആയിട്ടുള്ള ആ NCERT കോളമാണ് ഞാൻ ബേസ് ചെയ്തത് കേട്ടോ. നെക്സ്റ്റ്, സെക്കൻഡ് മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം 14th ഗ്രൂപ്പാണ്. ഇവിടെയും പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗൺ ദ ഗ്രൂപ്പ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുക എന്നാണ് നമ്മൾ പഠിച്ചത്. ഈ കാർബൺ ഫാമിലി 14th ഗ്രൂപ്പ് കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ് എന്ന് പറയുമ്പോൾ ഇത് 1ാം സ്ഥാനം കാർബണാണ്, പക്ഷെ 2ാമത് ലെഡാണ്. ബാക്കി 3 പേർക്കും സെയിം ആണ് 3rd പൊസിഷൻ. നമുക്ക് കോളം നോക്കാം. ഓക്കെ, പല കുട്ടികളും ഇതൊക്കെ അവസാന നിമിഷത്തിൽ പോലും നോക്കാത്തവരുണ്ടാവും. അതൊന്നും പാടില്ല. കൃത്യമായിട്ട് നിങ്ങൾ കോളം അനാലിസിസ് നടത്തണം കേട്ടോ. ഓക്കെ, നോക്കൂ നിങ്ങൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഉത്തരം 2.5 കഴിഞ്ഞാൽ പിന്നെ 1.9 2ാം സ്ഥാനമാണ്. പിന്നെ ബാക്കി 3 പേർക്ക് 1.8 ആണ്. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഡാണ് കേട്ടോ. സെക്കൻഡ് മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ഓഫ് 14th ഗ്രൂപ്പ് എലമെൻറ്റ്. ആൻഡ് ഒരു കാര്യം കൂടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് മറ്റൊന്നുമല്ല, ഇത് പ്രീവിയസ്ലി എവിടെ ചോദിച്ചിട്ടുള്ളതാണ്. ഈ 3 ആളുകൾ ജെർമേനിയം, അതുപോലെ തന്നെ ടിന്ന്, ലെഡ്, ഈ 3 ആളുകളിൽ ലീസ്റ്റ് മെൽറ്റിംഗ് പോയിൻ്റ് ആർക്കാണ് അല്ലേ? മെൽറ്റിംഗ് പോയിൻ്റ് ആണ് ചോദിച്ചത്. അതാർക്കാണ്? 505 കെൽവിൻ ടിന്നിനാണ് കേട്ടോ, ഇന്ത്യൻ പ്രീവിയസ് ഗ്രൂപ്പ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റ്സ് സീ എമംഗ് ജെർമേനിയം, ടിന്ന്, ലെഡ് വിച്ച് ഹാസ് ദ ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ്. ഇനിയിപ്പോൾ ഉത്തരം പറയേണ്ട ആവശ്യമില്ല, നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അഗ്രി? മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഹയസ്റ്റ് അലോട്രോപ്പിക് പവർ ഓഫ് കാർബണിന് കാരണം. അലോട്രോപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ. ഓക്കെ, ഒരേ എലമെൻറ്റ് പല ഫോമുകളിൽ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ കാർബണിൻ്റെ അലോട്രോപ്പ് അല്ലേ ഡയമണ്ട്, ഗ്രാഫൈറ്റ് ഒക്കെ പറയാറില്ലേ നിങ്ങൾ? ഫ്ലുറിൻ. ഓക്കെ, അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? കാർബണിൻ്റെ അലോട്രോപ്പിക് പവർ കൂടാനായിട്ടുള്ള കാരണം. ഒന്നാമത്തെ കാരണം നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തുള്ള സെനൻസ് പ്രകാരം കാറ്റനേഷനാണ്. 2ാമത്തെ കാരണം പി മൾട്ടിപ്പിൾ ബോണ്ട് ഫോർമേഷനാണ്. രണ്ടും ഉത്തരം കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു കാര്യം കൂടെ അതിലുണ്ട്. ഈ കാറ്റനേഷൻ എന്നുള്ള പ്രോപ്പർട്ടി ഓൾ ഓഫ് യു നോ വാട്ട് ഈസ് കാറ്റനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ലോങ് ചെയിൻ, ബ്രാഞ്ച്, സൈക്ലിക്കിൻ്റെ മുകളിൽ ബ്രാഞ്ചിൻ്റെ മുകളിൽ ബ്രാഞ്ച് അല്ല, ഇതിനൊക്കെ കാരണമല്ലേ നമ്മൾ പറയാറ്. ഓക്കെ, ഡി ആണ് ഉത്തരം. ഓക്കെ, ആ കാറ്റനേഷൻ്റെ കാരണം കാർബൺ ബോണ്ട് സ്ട്രോങ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഹൈ ബോണ്ട് എൻതാൽപ്പി ഓഫ് കാർബൺ ബോണ്ട് കാരണം കൊണ്ടാണ് കാറ്റനേഷൻ വരുന്നത്. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് മൾട്ടിപ്പിൾ ബോണ്ട് ഫോർമേഷൻ. അപ്പോൾ നമുക്ക് എല്ലാം ശരി എന്നുള്ള ഓപ്ഷനിലേക്ക് പോകേണ്ടി വരും. ഞാനത് NCERT കോപ്പി ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇവിടെ കാർബൺ ആയിട്ടുള്ള ബോണ്ടിൻ്റെ പേര് കാറ്റനേഷൻ ആണെന്ന് അറിയാം. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് കാറ്റനേഷൻ. അതിന് കാരണം CC ബോണ്ട് വെരി സ്ട്രോങ് ആയതുകൊണ്ടാണ്. ആൻഡ് ഈ കോളത്തിൻ്റെ താഴെ നോക്കിയേ, ഡ്യൂ ടു ദ പ്രോപ്പർട്ടി ഓഫ് കാറ്റനേഷൻ ആൻഡ് പി ബോണ്ട് ഫോർമേഷൻ കാർബൺ ഈസ് ഏബിൾ ടു ഷോ അലോട്രോപ്പ് കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. NCERT ടെക്സ്റ്റ് ബുക്ക് അല്ലെ കുറച്ചുകൂടെ ഇൻറ്റേർണലി നമ്മൾ JEEക്ക് അങ്ങനെ പ്രിപ്പറേഷൻ നടത്താറില്ല. നമ്മൾ കുറേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കാറ്. പക്ഷേ ഇപ്പോൾ ഈ ട്രെൻഡ് ഇങ്ങനെ ആയതുകൊണ്ട് ഒന്ന് മാറ്റി പിടിച്ചാണ് കേട്ടോ. ഓക്കെ, ഹെവി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ തന്നിട്ട് നിങ്ങൾ ഞെട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. സാറിൻ്റെ ഇന്ന് ഞാൻ ഹാപ്പി ആണല്ലോ ഒന്ന്. ഇത് ഓരോ ദിവസം ഓരോ രീതിയിലല്ലേ. ചില ദിവസങ്ങളിലെ നമ്മുടെ ബോഡിയിൽ ഈ ഹോർമോണുകളുടെ ചേഞ്ചുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഓരോരുത്തർക്കും അങ്ങനെയാണല്ലോ, എനിക്ക് മാത്രമൊന്നുമല്ല. ഞാൻ എല്ലാ ദിവസവും ഒരു ലെവലിൽ പോവാറ് കേട്ടോ. പിന്നെ ഇത് ലാസ്റ്റ് ഡേ അല്ലേ, നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളൊരു ദുരുദ്ദേശം കൂടി ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. എനിവേ ലെറ്റ്സ് സീ. ഞാൻ പൊതുവേ ഒരു സീരിയസ് ആയിട്ടുള്ള ടൈപ്പാണ്. അധികം ചിരിക്കാറില്ല ആരോടും, അധികം ഇൻറ്ററാക്ട് ചെയ്യാറില്ല ആരോടും. ഓക്കെ, അറ്റാച്ച്മെൻറ്റ് വിത്ത് ഡിറ്റാച്ച്മെൻറ്റേ ഉള്ളൂ. ഞാൻ കൂടുതൽ വാചകരിക്കുന്നില്ല. ശ്രദ്ധിക്കുക, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യമാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കര കുരിശാണ്. കാരണം എന്താ വെച്ചാൽ ഈ അസേർഷൻ റീസൺ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ എന്താ വെച്ചാൽ നാരോ മാർജിനിലാണ് ഉത്തരം പോവുക. നമുക്ക് പറയാൻ പറ്റില്ല. അത് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉൾഭാഗത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യാനും ഒരല്പം ബുദ്ധിമുട്ടാണ്. എന്നാലും നോക്കാം. PBI4 ഡസ് നോട്ട് എക്സിസ്റ്റ്. ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റിലെ സെൻറ്റൻസ് ആണ് PBI4 ഡസ് നോട്ട് എക്സിസ്റ്റ്. കറക്റ്റാണ്. അതിന് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാരണം ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ആൻസർ അല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PBയുടെ കോൺഫിഗറേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6s2 6p2 ആണ്. 14ാമത്തെ ഗ്രൂപ്പ് അല്ല 6ാമത്തെ പീരീഡാണ്. എന്നുവെച്ചാൽ കള്ളി വരച്ച് കാണിക്കുമ്പോൾ എസ്സിൽ 2 ഇലക്ട്രോൺ, പി എന്നുള്ളതിൽ 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 2 ഹാഫ് ഫീൽഡ് ഓർബിറ്റിലേ ഉള്ളൂ.
അല്ലെ PbI4 ഫോം ചെയ്യണമെങ്കിൽ 4 ഹാഫ് ഫീൽഡ് ഓർബിറ്റിൽ ഉണ്ടാവണം. അതായത് നമ്മൾ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടിക്കണം അല്ലേ. ഈ ചാടിക്കാനായിട്ടുള്ള എനർജി, അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും യു ഹാവ് ടു അല്ലേ ഗീവ് സം എനർജി, യു ഹാവ് ടു ഗീവ് പിൻവലിക്കുകയാണ്. എനർജി കിട്ടുന്നുണ്ട്, ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് 6s ലെവലിൽ ഇലക്ട്രോൺ 6p ചാടണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ PBയുടെ അടുത്തേക്ക് I വരുമ്പോൾ ന്യൂക്ലിയസ് റിപ്പൽഷൻ, ന്യൂക്ലിയസ് ഇലക്ട്രോൺ അട്രാക്ഷൻ, ഇലക്ട്രോൺ റിപ്പൽഷൻ, ഇതൊക്കെ ഉണ്ട്. ഇതിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ റിപ്പൾസീവ് ഫോഴ്സ് എന്നാണ് പറയാം. നിങ്ങളൊരു ഗ്രാഫ് കണ്ടുണ്ടാവില്ലേ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ താഴേക്ക് വന്ന് മുകളിലേക്ക് പോകുന്ന ഗ്രാഫ് കണ്ടുണ്ടാവില്ലേ. എനർജി ഈസ് നോട്ട് സഫീഷ്യൻറ്റ്, വെരി ഗുഡ് കേട്ടോ പറയുന്നുണ്ട്. അപ്പോൾ Iയും PB അടുത്തടുത്ത് വരുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി ഇറ്റ് ഈസ് നോട്ട് സഫീഷ്യൻറ്റ് ടു എക്സൈറ്റ് ദി ഇലക്ട്രോൺ ഫ്രം 6s ലെവൽ ടു 6p ലെവലാണ്. അതുകൊണ്ട് ഈ 2 ഹാഫ് ഫീൽഡ് ഓർബിറ്റിൽ മാറ്റം വരാൻ സാധ്യതയില്ല I വരുമ്പോൾ. ക്ലോറിൻ വരുമ്പോൾ മാറാം കേട്ടോ, Iൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഓക്കെ അയഡിൻ PB റെഡ്യൂസ് ചെയ്യും, അങ്ങനെയും പറയാറുണ്ട് കേട്ടോ. അയഡിൻ PB റെഡ്യൂസ് ചെയ്യണം. ഞാൻ NCERTയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്നുള്ളതാണല്ലോ നമ്മുടെ ചോദ്യം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കി. When PB and I approaches each other, energy released which is not sufficient to excite the electron from PB അല്ലെ from 6s level to ഏതാണ് 6p എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരം ഒന്നാമത്തെയാണ് കേട്ടോ. രണ്ടല്ലടോ, സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ഇൻകറക്റ്റ് അല്ല, കറക്റ്റാണ്. PbI4 ഡസ് നോട്ട് എക്സിസ്റ്റ് ചെയ്യാറില്ല കേട്ടോ. സോ ഒന്നാണ് ഉത്തരം. ഞാനത് NCERT കാണിച്ചു തരാം. PbI4 does not exist because PbI bond initially formed during the reaction does not release energy to unpair 6s electron എന്നാണ് കൊടുത്തുള്ളത്. അതൊരു വേറൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നു കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. യെസ്. അടുത്ത നോട്ട് അസിഡിക്. 3 പേര് ടിപ്പിക്കലി അസിഡിക് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് അസിഡിക് ആണ്, SiO2 അസിഡിക് ആണ്, GO2 അസിഡിക് ആണ്, SnO2 തർക്കിക്കാൻ വേണമെങ്കിൽ പറയാം അതും അസിഡിക് അല്ലേ, കാരണം അത് ആംഫോട്രിക് എന്ന് പറഞ്ഞാൽ ഒരേ സമയം തന്നെ അസിഡിക് നേച്ചറും ബേസിക് നേച്ചറും കാണിക്കാമെന്നല്ലേ. അപ്പോൾ തന്നിരിക്കുന്നതിൽ ബെറ്റർ ആൻസർ ഇത് തന്നെയല്ലേ, SnO2. ഓക്കെ, നെക്സ്റ്റ് കാർബൺ ടു കാർബൺ ബോണ്ട് ലെങ്ത് ഇൻ ഗ്രാഫൈറ്റ്. ഇതെന്താ പണിയെന്ന് വെച്ചാൽ ഓരോ ഫിഗറുകളിലും ഓരോ ബോണ്ടുകളുടെ നീളവും ബോണ്ട് ആംഗിളിൻ്റെ വാല്യൂവും ഒക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ആ കോട്ടിങ് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൽ ചോദിച്ചുള്ളത് പെട്ടെന്ന് ഓർമ്മ വരുന്നത് 340 പൈക്കോമീറ്റർ ചോദിച്ചിട്ടുണ്ട്. ഈ ഗ്രാഫൈറ്റിൻ്റെ ലെയറുകളുടെ ഇടയ്ക്കുള്ള ലെങ്ത് ഉണ്ടല്ലോ, അത് 340 പൈക്കോമീറ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആംഫോട്രിക് ആണ് കുട്ടനാണോ കുട്ടിയാണോന്ന് അറിയില്ല. EREN എന്താണത്? എനിവേ ഇതിന് നമ്മുടെ ഉത്തരം അതല്ല, നമ്മുടെ ഉത്തരം D ആണ്. ബോണ്ട് ലെങ്ത് ഓഫ് CC ഇൻ ഗ്രാഫൈറ്റ് യു ജസ്റ്റ് വെരിഫൈ NCERT ടെക്സ്റ്റ് ബുക്ക് ആൻഡ് യു ക്യാൻ സീ ദാറ്റ് കാർബൺ ടു കാർബൺ ബോണ്ട് ലെങ്ത് ഇത്രയാണ് കേട്ടോ ഇൻ ഗ്രാഫൈറ്റ്. ഡയമണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫാസ്റ്റായിട്ട് പോകണമെന്നറിയാം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അസറ്റിക് ആസിഡ് വാസ് പ്രിപ്പയർഡ് ഫസ്റ്റ് ഇൻ ദ ലാബോറട്ടറി. അപ്പോൾ നമ്മൾ ഓർഗാനിക്കിലേക്ക് കടന്നു. P ബ്ലോക്ക് അവസാനിച്ചു. ഓർഗാനിക് GOC1 ഒരുമിച്ചാണ്, GOC1 ഉം 2 കൂടെ ഒരുമിച്ചാണ്. പ്യുവർലി ഇൻ NCERT ആണ് കണ്ടന്റ്, അല്ലാതെ പുറമേന്ന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പറയാൻ പോകുന്നില്ല. അസറ്റിക് ആസിഡ് ഏറ്റവും ആദ്യം ഉണ്ടാക്കിയ സയൻറ്റിസ്റ്റിൻ്റെ പേര് കോൾബേ എന്നൊക്കെ പ്രൊണൗൺസ് ചെയ്യാം. വൂളർ എന്നുള്ള സയൻറ്റിസ്റ്റിൻ്റെ പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരണം ദ ഫസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട് പ്രിപ്പയർഡ് ഇൻ ദ ലാബോറട്ടറി യൂറിയാണ് ഫ്രം അമോണിയം സയനൈറ്റ് അല്ലേ. ബെർസീലിയസ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണ പ്രചരിപ്പിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. വൈറ്റൽ ഫോഴ്സ് തിയറി. ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ ജീവനുള്ള വസ്തുക്കളിനെ സെപ്പറേറ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതുമല്ല, ബെർസീലിയസ് അല്ല. പിന്നെ ബെർത്തലോട്ട് എന്ന് പറഞ്ഞാൽ മീഥേൻ ഉണ്ടാക്കിയ ആദ്യമായിട്ട് മീഥേൻ ലാബിൽ ഉണ്ടാക്കിയ സയൻറ്റിസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉത്തരം അസറ്റിക് ആസിഡ് ഫസ്റ്റ് പ്രിപ്പയർഡ് ബൈ കോൾബേ ആണ്. ആൻഡ് നിങ്ങൾക്കിത് കാണണമെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിൻ്റെ തുടക്കം ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഹൈബ്രിഡൈസേഷനെ പറ്റിയിട്ടാണ്. ലീനിയർ SP ഹൈബ്രിഡ്. എടോ ഫോർമാൽഡിഹൈഡ്, ഫോർമിക് ആസിഡ്, ഫോർമാമൈഡ്, ഇതിൻ്റെ ഒക്കെ C ഡബിൾ ബോണ്ട് O എന്നൊരു ഗ്രൂപ്പ് അല്ലേ. സിഗ്മ ബോണ്ട് പൈ ബോണ്ട്, 3 സിഗ്മ ബോണ്ടും 1 പൈ ബോണ്ടും വരുന്ന ആളുടെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. അപ്പോൾ ഇതൊന്നുമല്ല, ഒറ്റ ആൻസറുള്ള HCN ആണ്. HC ട്രിപ്പിൾ ബോണ്ട് N ആണ്. സിഗ്മ ബോണ്ട് പൈ ബോണ്ട് 2 സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ട് ഉണ്ടാക്കുന്ന ആളാണ് SP ആകുമ്പോൾ ലീനിയർ ആണ് കേട്ടോ. HCN. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ. ഞാൻ ഈ ചോദ്യം വെക്കാൻ കാരണം വേറെ ഒന്നുമല്ല, ഇതേ ടൈപ്പ് ചോദ്യം വരണം നിങ്ങളുടെ പ്രീവിയസ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഫേസ് 1 കഴിഞ്ഞില്ലേ, അതിലുണ്ടായിരുന്നു. ഈ മോളിക്യൂളിൻ്റെ ബോണ്ട് ലൈൻ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ.
ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ ഇടയ്ക്കുള്ള ബോണ്ടുകൾ ബോണ്ട് ലൈനിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ഫങ്ഷണൽ ഗ്രൂപ്പ് ജസ്റ്റ് റൈറ്റ് ആസ് സച്ച് കേട്ടോ. അതല്ലാത്ത ബാക്ക് ബോണ്ടുകളിൽ വരുന്ന കാർബൺ കാർബൺ ലിങ്കേജ് ലൈൻ ഇട്ട് കാണിക്കുക. അതാണ് ഈ സംഭവം. ഓക്കെ, അപ്പോൾ ഉത്തരം രണ്ടാമത്തെയാണ്. വേറെ വാചകം അടിക്കുന്നില്ല, അവിടെ തീർന്നു. നെക്സ്റ്റ്, ഹൗ മെനി മോണോക്ലോറോ ഡെറിവേറ്റീവ്സ് ആർ പോസിബിൾ ഫോർ C5H12 എന്നാണ്. അത് തെറ്റി പ്രിൻ്റ് ചെയ്ത് 10 എന്ന് എഴുതിയിരുന്നു, അത് ഞാൻ 12 ആക്കിയതാണ്. പെൻഡെയിൻ എന്നുള്ള മോളിക്യൂളിൽ എത്ര മോണോക്ലോറോ ഡെറിവേറ്റീവ്സ് ഉണ്ടാവാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, പല മെത്തേഡ് ഉണ്ട്. പെൻഡെയിൻ 3 ടൈപ്പ് എഴുതാം അല്ലേ. എന്തൊക്കെയാണ് പെൻഡെയിൻ്റെ 3 ടൈപ്പ്? CS3, CH2, 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 CS3. പെൻഡെയിൻ നോർമൽ പെൻഡെയിൻ. CS3, CHൻ്റെ മുകളിൽ ഒരു CS3 വെച്ചാൽ ഐസോ പെൻഡെയിൻ അല്ലേ. ഈ മീതൽ ഗ്രൂപ്പ് എടുത്ത് ഇപ്പുറത്തിട്ടിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ഇനി അടുത്ത പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിയോ പെൻഡെയിൻ ആണ്. ഞാൻ പറയണത് കോമൺ പേരാണ്. ഇതാണ് പെൻഡെയിൻ്റെ 3 ഐസോമേഴ്സ്. നിങ്ങൾ ഇതിൽ എവിടെയൊക്കെ ക്ലോറിനെ വെക്കാമെന്നുള്ളത് ആലോചിച്ചാൽ മതി. അപ്പോൾ ഒന്നാമത്തെ കോമ്പൗണ്ടിൽ ക്ലോറിനെ എവിടെ വെക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വെച്ചാൽ അതിൻ്റെ പേര് 1 ക്ലോറോ അല്ലേ. 1 ക്ലോറോ പെൻഡെയിൻ എന്നാണല്ലോ. ഇവിടെ വെച്ചാൽ പേര് 2 ക്ലോറോ പെൻഡെയിൻ. ഇവിടെ വെച്ചാൽ പേര് 3 ക്ലോറോ പെൻഡെയിൻ. ഇനിയിപ്പോൾ ഇപ്പുറത്ത് വെച്ചിട്ട് അതിന് 4 ക്ലോറോ എന്നല്ലല്ലോ പറയും, 2 ക്ലോറോ എന്നാണ്. ഇവിടെ വെച്ചാൽ 1 ക്ലോറോ എന്നാണ്. അതിൻ്റെ അർത്ഥം ഇതിൽ നിന്ന് തന്നെ യു ആർ ഗെറ്റിംഗ് 3 മോണോക്ലോറോ ഡെറിവേറ്റീവ്. ഐസോമർ എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയിലേക്കൊന്നും കയറണ്ട കേട്ടോ. ഇനി അടുത്ത കോമ്പൗണ്ട് പറയുമ്പോൾ ഇവിടെ വെച്ചാൽ 1 ക്ലോറോ 2 മീഥൈൽ ബ്യൂട്ടൈൻ ആണ് അല്ലേ. ഇവിടെ വെച്ചാലും 1 ക്ലോറോ 2 മീഥൈൽ ബ്യൂട്ടൈൻ ആണ്. കാരണം ആ 2 മീഥൈൽ ഗ്രൂപ്പ് ഈക്വലൻ്റ് ആണെന്നൊന്നും ഇപ്പോൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ഓൾ ഓഫ് യു നോ. ഇനി ഇവിടെ വെച്ചാൽ 2 ക്ലോറോ 2 മീഥൈൽ ബ്യൂട്ടൈൻ. ഇവിടെ വെച്ചാൽ അതിൻ്റെ പേര് ഞാൻ പറയുമ്പോൾ പേര് അങ്ങനെയല്ല, 2 ക്ലോറോ 3 മീഥൈൽ എന്നാണ്. തിരിച്ചാണ് നമ്പർ ചെയ്യുക, പക്ഷേ ഞാൻ നമ്പർ ഇട്ട് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ആൻഡ് ഫൈനലി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ 1 ക്ലോറോ 3 മീഥൈൽ ബ്യൂട്ടൈൻ ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് 4 മോണോക്ലോറോ ഡെറിവേറ്റീവ്സ് പോസിബിൾ ആണ്. ഞാൻ നമ്പർ ഇട്ടുള്ളത് എണ്ണത്തിൻ്റെ നമ്പറാണ്, അല്ലാതെ പേരിൻ്റെ നമ്പർ അല്ല കേട്ടോ. ആൻഡ് ഫൈനലി ഈ കോമ്പൗണ്ടിലെ എല്ലാ മീഥൈൽ ഗ്രൂപ്പും സെയിം അല്ല. ഇവിടെ വെച്ചാലും ഇവിടെ വെച്ചാലും ഇവിടെ വെച്ചാലൊക്കെ പേരെന്താ വിളിക്കുക? 1 ക്ലോറോ 2,2 ഡയമീഥൈൽ പ്രൊപ്പൈൻ എന്നല്ലേ പേര് വിളിക്കുക അല്ലേ. അപ്പോൾ ഉത്തരം 8. ഇതിൻ്റെ മുകളിൽ ഞാൻ വേറെ ഒന്നും പറയാൻ നിൽക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഒപ്റ്റിക്കൽ ഐസോമർസ് ഒക്കെ പറയുമ്പോൾ ഇതിന് വീണ്ടും പറയേണ്ടി വരും, എന്നൊന്നും ആവശ്യമില്ല. അപ്പോൾ തൽക്കാലം ലാസ്റ്റ് മൊമെൻറ്റിൽ കൂടുതൽ തിയറി കേൾക്കാതെ യു ജസ്റ്റ് ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻസ് ഓൺലി കേട്ടോ. ഓക്കെ, അപ്പോൾ 8, ഉത്തരം 8 ആണ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്ന് പറഞ്ഞേ, പേര് UPSC പേര് ഈസി അല്ലേ? വേഗം ഔട്ടറോ. പുതുതായിട്ട് കയറി വന്ന മക്കൾക്കൊക്കെ നമസ്കാരം, എണ്ണം കൂടുന്നു. വേഗം ആവട്ടെ, പേര് പറയും. ഓപ്ഷൻ സി എന്നുള്ള ഇതിൻ്റെ ആണോ? നിഹാൽ VK പറഞ്ഞ ഓപ്ഷൻ സി ഇതിൻ്റെ ആണോ? എവിടെ നോക്കൂ, നമ്മൾ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് ഈതേൽ ഗ്രൂപ്പ് ബ്രാഞ്ച് ആയിട്ട് എടുക്കും. പക്ഷെ അങ്ങനെയല്ല ശരി. 1, 2, 3, 4, 5, 6 ലോങ് ചെയിൻ 6 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹെക്സൈനാണ് വരിക. അതിൽ രണ്ടാമത്തെ പൊസിഷനിലും 4ാമത്തെ പൊസിഷനിലും മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 2,4 ഡൈമീഥൈൽ ഹെക്സൈൻ ആണ് ഉത്തരം കേട്ടോ. 2,4 ഡൈമീഥൈൽ ഹെക്സൈൻ ആണ് ഉത്തരം കേട്ടോ. ലോങ് ചെയിൻ ഈഥൈൽ ഗ്രൂപ്പ് ഒരു കാർബണിൻ്റെ ഗ്യാപ്പിൽ ഈഥൈൽ ഗ്രൂപ്പ് വരാൻ പാടില്ല കേട്ടോ. ഒരു കാർബണിൻ്റെ ഗ്യാപ്പിൽ ഈഥൈൽ ഗ്രൂപ്പ് വന്നാൽ ലോങ് ചെയിൻ മാറും. സെലക്ട് ദ ലോങ്സ്റ്റ് പോസിബിൾ കാർബൺ ചെയിൻ എന്നല്ലേ കുട്ടികളെ നിങ്ങൾ ആദ്യം പഠിച്ചിട്ടുള്ളത് അല്ല. അപ്പോൾ അതല്ലേ വേണ്ടേ. 2 കാർബണിൻ്റെ ഗ്യാപ്പിൽ ഈഥൈൽ ഗ്രൂപ്പ് വന്നിട്ട് പ്രശ്നമില്ല, അപ്പോൾ നിങ്ങൾക്ക് അത് എടുക്കാം. ലോങ് ചെയിൻ ഹെക്സൈനസ് ലോങ് ചെയിൻ. വെരി ഗുഡ്. ABCD 1 2 3 4 ആരാണാവോ. എനിവേ അടുത്ത ക്വസ്റ്റ്യൻ UPSC നെയിം വീണ്ടും ചോദിക്കുകയാണ്. ഇതിലിപ്പോൾ ലോങ് ചെയിൻ നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9 ഒരെണ്ണമാണ്. 1, 2, 3, 4, 5, 6, 7, 8 വേറൊരെണ്ണമാണ്. 1, 2, 3, 4, 5, 6, 7, 8 അപ്പോൾ 9 എടുക്കാമല്ലോ. ഇത് തീരുമാനമായല്ലോ. ഇനി 1, 2, 3 ബ്രാഞ്ച്, 1, 2 ബ്രാഞ്ച്, അപ്പോൾ അവിടെയും തീരുമാനമായി അല്ലേ. 1, 2, 3, 4, 5, 6, 7, 8, 9. രണ്ടാമത്തിൽ മീഥൈൽ ഗ്രൂപ്പ്, 7ാമത്തിൽ ഈഥൈൽ ഗ്രൂപ്പ്, 5ാമത്തിലാണ് പണി. 5ാമത്തിൽ ബ്രാഞ്ചിൻ്റെ മുകളിൽ ബ്രാഞ്ച് വരികയാണ്. ഈ ബ്രാഞ്ചിൻ്റെ മുകളിൽ ബ്രാഞ്ച് വരുമ്പോൾ ഒന്നുകിൽ ആ ഗ്രൂപ്പിൻ്റെ കോമൺ പേര് YL വെച്ചിട്ട് പേര് എഴുതാറുണ്ട്, അല്ലെങ്കിൽ ബ്രാഞ്ചിൻ്റെ മുകളിൽ ബ്രാഞ്ചിനെ നമ്പർ ഇട്ട് വീണ്ടും നമ്മൾ പേര് പറയും. എന്ന് പറഞ്ഞാൽ ഇതൊന്ന്, ഇത് 2, ഇത് 3. ശരിക്കും 1 -, 2 -, 3 എന്നൊക്കെയാണ് ചില ക്വസ്റ്റ്യൻസിൽ ചില പുസ്തകങ്ങളിൽ.
ഇപ്പോൾ 1 2 3 എന്നുള്ള പേര് പറയണമെങ്കിൽ പ്രൊപ്പൈൽ ഗ്രൂപ്പാണ്. ഈ പ്രൊപ്പൈൽ ഗ്രൂപ്പിൻ്റെ ഒന്നാമത്തെ കാർബണിൽ തന്നെ 2 മീഥൈൽ ഗ്രൂപ്പ് വരുമ്പോൾ പേര് പറയാം 5 ഹൈഫൺ. അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്? 5 ഹൈഫൺ കഴിഞ്ഞാൽ 1,1 ഡൈ മീഥൈൽ പ്രൊപ്പൈൽ. കേട്ടോ, ഇങ്ങനെ പേര് എഴുതുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ ഡി എന്നുള്ള സ്പെല്ലിംഗ് നമ്മൾ കൗണ്ട് ചെയ്യണം. ആൽഫബറ്റിക് പ്രയോറിറ്റി അനുസരിച്ചല്ലേ നമ്മൾ പേര് എഴുതണ്ടേ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈതയിലും മീതയിലും വരുമ്പോൾ ഈതയിലിൻ്റെ പേര് ആദ്യം പറഞ്ഞു, അതിനുശേഷം മീതയിൽ, അല്ലേ? പിന്നെയല്ലേ MNOP, പിന്നെയല്ലേ പ്രൊഫൈൽ ഗ്രൂപ്പ് വരണ്ടേ. പക്ഷെ അങ്ങനെയല്ല. ബ്രാഞ്ചിൻ്റെ മുകളിൽ ബ്രാഞ്ച് ഈ രീതിയിൽ എഴുതുമ്പോൾ യു ഹാവ് ടു സെലക്ട് ദ ഫസ്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദ ഗ്രൂപ്പ് ആസ് എ ഹോൾ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ABCD കഴിഞ്ഞിട്ടല്ലേ ഈ വരുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഈ ഗ്രൂപ്പിൻ്റെ പേരാണ്. ഇനി വേണ്ടത് ഈതയിൽ ഗ്രൂപ്പ്. എത്രാമത്തിലാണ്? 7. സോ 7 ഈതയിൽ, ദെൻ 2 മീതയിൽ, 9 കാർബൺ ആകുമ്പോൾ 9. സോ ആൻസർ C ആണ്. കേട്ടോ, C ആണ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് C. ഓക്കെ, അപ്പോൾ ആ നിയമം കൂടെ മനസ്സിലോർത്ത് വയ്ക്കുക കേട്ടോ. ഇനി അങ്ങനെ വന്നാലോ. അടുത്തും സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഓൾ ഓഫ് യു നോ. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഈക്വൽ പൊസിഷനിൽ വരികയാണെങ്കിൽ യു ഹാവ് ടു ഗീവ് മോർ പ്രയോറിറ്റി ടു ഡബിൾ ബോണ്ട് ബിക്കോസ് സ്പെല്ലിംഗ് ഓഫ് ഡബിൾ ബോണ്ട് ഈൻ ആണ്, ഇ. ട്രിപ്പിൾ ബോണ്ട് YNE ആണ്. അപ്പോൾ ഈക്കല്ലേ പ്രയോറിറ്റി. അപ്പം നമ്മൾ ക്ലോറിനും ബ്രോമിനും ഒരേ ലൊക്കേഷൻ വരുമ്പോൾ നമ്മൾ ക്ലോറിനല്ലല്ലോ പ്രാധാന്യം കൊടുക്കുക, ബ്രോമിനല്ലേ. കാരണം ബ്രോമിൻ്റെ സ്പെല്ലിംഗ് B, മറ്റേത് C. അതേപോലെ അപ്പോൾ 1 2 3 4 5 6 7. 7 ആകുമ്പോൾ ഹെപ്റ്റാണ് തുടങ്ങുന്നത്. 1 ഈനാണ്, 6 YNE ആണ് കേട്ടോ. അപ്പോൾ ഹെപ്റ്റ് 1 ഈൻ 6 YNE കേട്ടോ. ആൻസർ റൈറ്റ്. അടുത്ത IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഇറ്റ് ഇസ് ഗിവൺ ഇൻ NCERT. ആർക്കെങ്കിലും പറയാമോ? ഓപ്ഷൻ ഏതാണ്? വണ്ണല്ല കൂട്ടാ. നൈട്രോ ഗ്രൂപ്പ് പ്രയോറിറ്റി കുറവുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പാണ്. ഡബിൾ ബോണ്ടിനെ പ്രാധാന്യം. ഈ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പും സബ്സിഡറി ഫംഗ്ഷൻ ഗ്രൂപ്പും NCERTയുടെ തുടക്കത്തിലുണ്ട്. അതൊരു ഡബിൾ ബോണ്ടിനെ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഡബിൾ ബോണ്ടിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ 1 2 3 എന്നാണ് നമ്പർ ചെയ്യേണ്ടത്. സോ 3 നൈട്രോ സൈക്ലോഹെക്സീൻ. 1 എന്ന് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. 1 എന്ന് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, കാരണം ഡബിൾ ബോണ്ടിനല്ലേ പ്രയോറിറ്റി കൊടുത്തത്. ആ കോമ്പൗണ്ട് തിരിച്ച് പേര് എഴുതുമ്പോൾ, ഫോമിൽ എഴുതുമ്പോൾ അതല്ലേ വരാൻ വഴിയുള്ളൂ. ഓക്കെ, അടുത്ത് IUPAC നെയിം വീണ്ടും സിമ്പിളായിട്ടുള്ളത്. ബട്ട് ഇറ്റ് ഈസ് ഗിവൺ ഇൻ NCERT. നിങ്ങൾ മറച്ചു നോക്കിയാൽ കാണാം. ഇത് നമ്പർ ചെയ്യുമ്പോൾ എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും മുകളിൽ കിടക്കുന്ന നൈട്രോ ഗ്രൂപ്പിന് പ്രാധാന്യം കൊടുക്കും. ബിയോ എവിടെയാണ് 4 ഈതയിൽ? വെറുതെ വായ തോന്നിയത് പറയാണോ? ഇവിടെ മീതയിൽ ഗ്രൂപ്പ് അല്ലേ, പിന്നെ എങ്ങനെ ഈതയിൽ ഗ്രൂപ്പ് വരണേ? എനിവേ 1 2 3 4 5 6 ഇതാണ് സാധനം. ബെൻസീനാണ്. അതിൻ്റെ പേരെഴുതുമ്പോൾ രണ്ടാമത്തിൽ ക്ലോറിൻ ABC അല്ലേ, പിന്നെ MN. അപ്പോൾ 2 ക്ലോറോ 1 മീതയിൽ 4 നൈട്രോ ബെൻസീൻ എന്നാണ് അതിൻ്റെ ഓപ്ഷൻ കേട്ടോ. ഇതിൽ പ്രയറായിട്ടുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പ് ഒന്നും ഇല്ലല്ലോ, ഒക്കെ സബ്സിഡറി അല്ലേ. C 2 മീതയിൽ 1 ക്ലോറോ 5 നൈട്രോ. എടാ, ലോവസ്റ്റ് നമ്പർ തന്നെ നോക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് മുന്നത്തെ ക്വസ്റ്റ്യൻ ആണെന്നല്ലേ. ഓക്കെ ശരി. അപ്പോൾ ഇതോടെ നോക്കി വയ്ക്കുക. ഹൗ മെനി ഐസോമറിക് എസ്റ്റേഴ്സ് ആർ പോസിബിൾ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കാർബോക്സിലിക് ആസിഡ് തന്നിട്ടുണ്ട്, ബ്യൂട്ടനോയിക് ആസിഡ്. ഈ ബ്യൂട്ടനോയിക് ആസിഡിന് എത്ര എസ്റ്റേഴ്സ് പോസിബിൾ ആണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യത്തെ എസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീതേൽ എസ്റ്റർ ആക്കാണ്. അപ്പോൾ CH3 CH2 COOCH3 ഇതല്ലേ മീതേൽ ഗ്രൂപ്പ് വരുന്ന എസ്റ്റർ, മീതേൽ പ്രൊപ്പനോയേറ്റ് അല്ലേ. ഇതിനിപ്പോൾ ഇവിടെ നമുക്ക് ബ്രാഞ്ച് ഒന്നും ഉണ്ടാക്കാൻ സാധിക്കില്ലല്ലോ. അവിടെ ഒരു കാർബൺ കൂടെ കൂടുതലുണ്ടെങ്കിൽ ബ്രാഞ്ച് ഉണ്ടാക്കാം. ഓക്കെ, ഇനി അടുത്തത് ഈതയിൽ എസ്റ്റർ ആക്കാണ് എന്ന് പറഞ്ഞാൽ CH3 COO, ഇവിടെ CH2 CH3. ഇവിടെയും നമുക്ക് ബ്രാഞ്ച് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം 2 കാർബണേ ഉള്ളൂ. അടുത്തത് ഫോർമിക് ആസിഡിൻ്റെ എസ്റ്റർ, പ്രൊപ്പൈൽ എസ്റ്റർ. അപ്പോൾ HCOO CH2 CH2 CH3 എന്ന് എഴുതാം. ഇവിടെ പറ്റും, കാരണം 3 കാർബൺ നേരെ വന്നാൽ ബ്രാഞ്ച് ആക്കാം അല്ലേ. അപ്പോൾ അത് ഇങ്ങനെ എഴുതിക്കൂടെ, ഐസോ പ്രൊപ്പൈൽ എന്നുള്ള പാറ്റേണിൽ എഴുതിക്കൂടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൗ മെനി എസ്റ്റേഴ്സ് ആർ പോസിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം 4 കേട്ടോ. A ആണ് ഉത്തരം. A ആണ് ഉത്തരം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി സ്റ്റീരിയോ ഐസോമേഴ്സ് ആർ പോസിബിൾ ഫോർ ദ പ്രൊഡക്റ്റ് ഫോംഡ്. ഇത്
എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ നിങ്ങളുടെ പ്രീവിയസിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അവിടെ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ഉള്ള സ്പെസിഫിക്കേഷൻ ഉണ്ടായിരുന്നു, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഐസോമേഴ്സ്. ഇവിടെ ഞാൻ ജനറലി സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുകയാണ്. കോമ്പൗണ്ട് എന്നാണ്. നിങ്ങൾക്ക് ഇതിലൊരു ക്ലോറിനെ വയ്ക്കാം, കാരണം ആസ് പെർ ദ പ്രൊഡക്റ്റിൻ്റെ ഫോർമുല C4H8Cl2 എന്ന് പറഞ്ഞ ഒരു ക്ലോറിന് എക്സ്ട്രാ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മോണോ ക്ലോറിനേഷൻ. പക്ഷേ ഓൾറെഡി ഒരു ക്ലോറിന് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് ക്ലോറിനെ വയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വയ്ക്കാം, ഇവിടെ വയ്ക്കാം, ഇവിടെ വയ്ക്കാം, ഇവിടെ വയ്ക്കാം. ഞാൻ 4 എഴുതാണ്. എന്താ ആദ്യത്തെ വരിക? Cl CH2 CH Cl CH2 CS3. ഇതാണ് ഒന്ന്. സ്റ്റീരിയോ ഐസോമർ എന്ന് പറഞ്ഞാൽ ജോമെട്രിക്കലും ഉണ്ട് ഒപ്റ്റിക്കലും ഉണ്ട്. പക്ഷേ ജോമെട്രിക്കൽ വരുന്നില്ലല്ലോ ഇതിൽ. കോമ്പൗണ്ട് ഒന്നുകിൽ ഡബിൾ ബോണ്ട് ഉണ്ടാവണം അല്ലെങ്കിൽ സൈക്ലിക് ആകുമ്പോഴേ ജോമെട്രിക്കലിൻ്റെ ആവശ്യമുള്ളൂ. അത് ഒപ്റ്റിക്കൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സ്റ്റീരിയോ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സ്റ്റീരിയോ എന്നുള്ള വാക്കിന് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവണം നിർബന്ധമില്ല, അല്ലാത്തവനും വരാം. രണ്ടാമത്തത് ക്ലോറിൻ എങ്ങനെ വെക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാർബണിൽ അപ്പോൾ CS3 CCl Cl സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CS3. ഇനി മൂന്നാമത്തത് CS3 CHൽ ഒരു Cl ഓൾറെഡി ഉണ്ട്, പോരാത്തിന് നിങ്ങളൊരു Cl കൂടെ വയ്ക്കണം, പിന്നെ CS3 അല്ലേ. ആൻഡ് ഫൈനലി ഏറ്റത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ CS3 CHൽ ഒരു Cl ഉണ്ട്, അതുകൂടാതെ ഒരു CH2 Cl. ഇനി പറയണം, ശ്രദ്ധിക്കാം. ഇതിൽ ഈ കാർബൺ അസിമെട്രിക് അല്ലേ, അപ്പോൾ ഇത് രണ്ടായിട്ട് നിൽക്കും, D ആയിട്ട് നിൽക്കാം, L ആയിട്ട് നിൽക്കാം. ഇവിടെ അങ്ങനെ അസിമെട്രിക് കാർബൺ ഇല്ല, അപ്പോൾ ഇത് 1 അല്ലേ. ഇപ്പോൾ ഇവിടെ 2 ആയി, ഇവിടെ 1 അല്ലേ. സ്റ്റീരിയോ ഐസോമേഴ്സ് ചോദിച്ചല്ലേ, അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ കേട്ടോ. ഐസോമറിൻ്റെ എണ്ണം പറയുന്നു, സ്റ്റീരിയോയിലേക്ക് നമുക്ക് പിന്നെ കളയാം. ഇവിടെ ഈ കാർബൺ അസിമെട്രിക് ആണ്, ഈ കാർബൺ അസിമെട്രിക് ആണ്, അതുമല്ല ഇതിന് നടുക്കൊരു പ്ലെയിനോ സിമെട്രി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് D ആയിട്ട് നിൽക്കും, L ആയിട്ട് നിൽക്കും, പിന്നെ ഏതായിട്ട് നിൽക്കും? മീസോ. ഇനി ഈ കോമ്പൗണ്ടിൽ ക്ലോറിൻ ഇവിടെയാണെങ്കിലും ഈ കാർബൺ അസിമെട്രിക് ആണല്ലോ, രണ്ടാമത്തെ കാർബൺ അസിമെട്രിക് ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് D ആയിട്ട് നിൽക്കാം, അതുപോലെ L ആയിട്ട് നിൽക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 2 3 4 5 6 7 കേട്ടോ. ഇത് സ്റ്റീരിയോ എന്നുള്ളതിൽ പെടുന്നില്ലല്ലോ. ഈ മീസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, പക്ഷേ ഇൻറ്റേർണൽ കോമ്പൻസേഷൻ വഴി ഇത് ക്യാൻസൽ ചെയ്ത് പോണതാണ്. അങ്ങനത്തെ ഒരു പ്രോബ്ലം രണ്ടാമത്തിൽ വന്നിട്ടില്ലല്ലോ. ഇതിൻ്റെ ഉത്തരം അന്നത്തെ, അതായത് നിങ്ങളുടെ പ്രീവിയസ് പരീക്ഷയ്ക്ക് 6 ആയിരുന്നു. അവിടെ മീസോ കോമ്പൗണ്ട് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിനെ മാത്രമേ കൗണ്ട് ചെയ്തത് കേട്ടോ. അത് മീസോ കോമ്പൗണ്ടിനെ ഒഴിവാക്കിയിട്ട്, അതുകൊണ്ടാണ് മനഃപൂർവ്വം ഞാൻ സ്റ്റീരിയോ ഐസോമർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് കേട്ടോ. ഓക്കെ, തങ്കമണി മനസ്സിലായോ? യെസ്. ഓക്കെ, അടുത്ത വിച്ച് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് കാർബോകാറ്റോൺ. കാർബോകാറ്റോണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. കാർബോകാറ്റോൺ കാണിക്കുന്നത് പാരാമാഗ്നറ്റിസ് അല്ല ഡയാമാഗ്നറ്റിസ്. എക്സിബിറ്റ് 2 ഉത്തരം ഉണ്ടല്ലോ, ഇൻകറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. കാർബോകാറ്റോൺ എക്സിബിറ്റ് കാർബോകാറ്റോൺ അല്ലേ പറഞ്ഞുള്ളത്, അപ്പോൾ 2 ഉത്തരം ഉണ്ട് അതിൽ കേട്ടോ. കാർബോകാറ്റോണിൻ്റെ ചുറ്റുപാടും ഇതിന് കാണിക്കുന്നത് കാർബണിന് ചുറ്റുപാടും 3 ബോണ്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 6 ഇലക്ട്രോൺ ആണ്, പേഡാണ്, അതുകൊണ്ട് ഇത് പാരയല്ല കാണിക്കുക, ഡയ ആണ് കേട്ടോ. കാർബൺ സറൗണ്ടഡ് ബൈ 8 ഇലക്ട്രോൺ അല്ല 6 ഇലക്ട്രോൺ ആണ്. ഫോംഡ് ബൈ ഹൈഡ്രോളിസിസ് കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇൻകറക്റ്റ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ ബിയും ഉണ്ട്, അതുപോലെ ആരും ഉണ്ട്, സിയും ഉണ്ട് കേട്ടോ. റൈറ്റ്, അടുത്ത വീണ്ടും കറക്റ്റായി ചോദിക്കുന്നത് CR3+ ഹൈപ്പർ കോൺജുഗേഷൻ ഇല്ല. കാരണം C എന്നുള്ളതിൻ്റെ പോസിറ്റീവ് ചാർജിൻ്റെ തൊട്ടടുത്ത് ഒരു CH ബോണ്ട് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അവിടെ 3 ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് ഡീലോക്കലൈസ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ലല്ലോ. കാരണം ഒരു CH ബോണ്ട് sp3s സിഗ്മ ബോണ്ടല്ലേ ഡീലോക്കലൈസ് ചെയ്യണത്. അതുകൊണ്ട് ഇത് ശരിയാണ്. ശരിയല്ല, സ്റ്റെബിലൈസ്ഡ് ബൈ എന്നല്ലേ പറഞ്ഞത്, ശരിയല്ല കേട്ടോ. സ്റ്റെബിലൈസ്ഡ് ബൈ ആണ്, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണ്, പക്ഷേ ഹൈപ്പർ കോൺജുഗേഷൻ അല്ല. അഗ്രി. രണ്ടാമത് CS3 എന്നുള്ളതിൽ ഹൈപ്പർ കോൺജുഗേഷൻ സ്റ്റെബിലൈസ്ഡ് എന്ന് പറഞ്ഞാൽ അവിടെയും തെറ്റാ. കാരണം C എന്നുള്ളതിന് തൊട്ടപ്പുറത്ത് H വന്നിട്ട് കാര്യമില്ലല്ലോ, H അല്ലാതെ ഒരു CH വന്നാലല്ലേ ശരിയാവുള്ളൂ. അപ്പോൾ അതും മിസ്റ്റേക്കാണ്. കാർബാനിയോൺ കണ്ടെയ്ൻ ഒക്ടക്ട് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണോ? കാരണം കാർബണിൻ്റെ കയ്യിൽ 3 ബോണ്ട് 6 ഇലക്ട്രോൺ ഉണ്ട്, പോരാത്തിനൊരു നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ അഡീഷണലി ഒരു ഇലക്ട്രോൺ വരുന്നതാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ 8 ഇലക്ട്രോൺ, കറക്റ്റ് ആണ്. കാർബീൻ്റെ കയ്യിൽ 8 ഇലക്ട്രോൺ ഇല്ല, കാരണം കാർബീൻ ഇപ്പോൾ CCl2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ, 6 ഇലക്ട്രോൺസേ ഉള്ളൂ. ഇത് നിങ്ങളുടെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, വേറെ രീതിയിലാണ് ചോദിച്ചത്. സെക്സ്റ്റക്ട് ഓഫ് ഇലക്ട്രോൺ ഉള്ള ആളെ കണ്ടെത്താൻ പറഞ്ഞിട്ട് കാർബോകാറ്റോൺ ആൻസർ വന്നിട്ടുണ്ട് കേട്ടോ. ആൻസർ C ആണ്. ഓക്കെ, അടുത്ത് ഇലക്ട്രോഫൈലായിട്ട് ഫംഗ്ഷൻ ചെയ്യണത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലെ സെൻറ്റൻസ് ആണ്. ഓക്കെ, ഹാലോ ആൽക്കെയിൻ എന്നുള്ള പാഠത്തിൻ്റെ, ഹാലോ ആൽക്കെയിൻ ആണോ ഹൈഡ്രോ കാർബൺ എന്നുള്ള പാഠത്തിൻ്റെ ഭാഗത്ത് നോക്കിയാൽ കാണാം.
ഓഫ്ലൈൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നു സാറ് എന്നെ. അതെന്തെങ്കിലും കണ്ണന്തരവ് കാണിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും കേട്ടോ. ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മൾ ഫുൾ അറ്റൻറ്റീവായിട്ട് പഠിക്കാൻ വേണ്ടി മാത്രം ഇരിക്കണ്ടേ. അഡീഷണൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ചോദിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല, അതൊക്കെ വിട്ടുകളെ. ഇപ്പോൾ തൽക്കാലം പഠിക്കും. ആൽഡിഹൈഡ്, കീറ്റോൺ, RCl എല്ലാവരും എന്തായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കുന്ന ആളുകളാണ്, ഇലക്ട്രോഫൈലാണ്. കാർബണിൻ്റെ പ്ലസ് ചാർജ് അതാണ് അതിൻ്റെ സൈറ്റ് കേട്ടോ. ഇത് നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഹൈഡ്രോ കാർബണിൻ്റെ തുടക്കത്തിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഹൈഡ്രോ കാർബണിൻ്റെ അല്ല, ഇലക്ട്രോഫൈൽ ന്യൂക്ലിയോഫൈൽ എന്നുള്ള ഭാഗം ഉണ്ടല്ലോ, GOC1 അവിടെ നോക്കിയാൽ കാണാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? വീണ്ടും ഇത് NCERT സ്റ്റേറ്റ്മെൻ്റ് ആണ്. റെസനൻസ് സ്ട്രക്ചറുകൾ ഹൈപ്പോത്തറ്റിക്കലാണ്, ഒരു കാരണവശാലും റിയൽ മോളിക്യൂളിനെ റെപ്രസെൻറ്റ് ചെയ്യാറില്ല. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്. NO2 ഗ്രൂപ്പിൽ റെസനൻസ് ഉള്ളത് കൊണ്ട് N ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും തുല്യമാണ് ലെങ്ത്. റെസനൻസ് കാരണം കൊണ്ടാണ് ലെങ്ത് ഈക്വൽ ആവുന്നത്, അപ്പോൾ അതും കറക്റ്റാണ്. ദെൻ ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ ആക്ച്വൽ സ്ട്രക്ചർ ആൻഡ് ദ എനർജി ഓഫ് ദ ലോവസ്റ്റ് എനർജി കാനോണിക്കൽ ഫോം കേട്ടോ. അതിനെയാണ് നമ്മൾ റെസനൻസ് എനർജി എന്നുള്ള പേര് വിളിക്കുക. എന്ന് പറഞ്ഞാൽ ഇത് 3 സെൻറ്റൻസുകളും നിങ്ങൾ ആ റെസനൻസ് എന്നുള്ള ഭാഗത്ത് നോക്കിയാൽ കാണാം, മീസോമറസ് എന്നുള്ള ഹെഡിങ്ങിൽ നോക്കിയാൽ കാണാം കേട്ടോ. അപ്പോൾ ആൻസർ ഓൾ ആർ കറക്റ്റ് ആണ് കേട്ടോ. ലീസ്റ്റ് സ്റ്റേബിൾ റെസനേറ്റിംഗ് സ്ട്രക്ചറാണ്. ഒരുപാട് സംസാരിക്കാൻ സാധിക്കുന്ന ഒരു ഏരിയ ആണ്, പക്ഷേ ചുരുക്കി പറയാണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത് ഒക്ടക്റ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ ഒക്ടക്റ്റിനേക്കാൾ കൂടുതലായിട്ട് ഈ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജ് വരുമ്പോഴാണ് സ്റ്റേബിൾ ആവുക, അതിൻ്റെ മുകളിൽ പോസിറ്റീവ് ആണ് അൺസ്റ്റേബിളാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതല്ല നമ്മുടെ ആൻസർ, ഈ 2 എണ്ണത്തിൽ ആരോ ആണ് അല്ലേ. പക്ഷെ അതിലുണ്ട് ഈ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ അടുത്ത് വരുമ്പോഴല്ലേ സ്റ്റെബിലിറ്റി കൂടുക, അത് അകലെ പോകുമ്പോഴല്ലേ വീണ്ടും അൺസ്റ്റേബിൾ ആവുക. സോ ആൻസർ ഏതാണ്? തേർഡ് ഓപ്ഷനാണ്. മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ട്രൈമീഥൈൽ കാർബോകാറ്റോണിന് ഹൗ മെനി സ്ട്രക്ചേഴ്സ് ആർ പോസിബിൾ ഫോർ ദ റീലാക്രൈസേഷൻ ഓഫ് പോസിറ്റീവ് ചാർജ്? ആരാണ് ഈ ട്രൈമീഥൈൽ കാർബോകാറ്റോൺ ചോദിച്ചു കഴിഞ്ഞാൽ CH3, സീൻ്റെ മുകളിൽ പ്ലസ് CH3 CH3 അല്ലേ. ഇത് കറക്റ്റ് ഹൈപ്പർ കോൺജുഗേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. ഈ പോസിറ്റീവ് ചാർജിന് ഈ കാർബണിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ആരവിടെ നിന്ന് പോകാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു റെസനൻസ് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. C ഡബിൾ ബോണ്ട് CH പ്ലസ് സിംഗിൾ ബോണ്ട് H CH3 CH3 എന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രജൻ അതിൽ ഇലക്ട്രോൺ അവിടെ വെച്ചു, H പ്ലസ് ആയിട്ട് നീങ്ങി നിന്നു. അപ്പോൾ ആ കാർബണിന് മൈനസ് ചാർജ് വരും. ആ മൈനസും താഴെയുള്ള പ്ലസും കൂടെ കൂടുമ്പോഴേ ഡബിൾ ബോണ്ട് ഉണ്ടാവണം. ഈ H പ്ലസും കാർബണും തമ്മിൽ യാതൊരു ബോണ്ടും ഇല്ല, അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് നോ ബോണ്ട് റെസണൻസ് അല്ലേ, ഹൈപ്പർ കോൺജുഗേഷൻ്റെ വേറൊരു പേര്. ഞാൻ ഈ കൂടുതൽ വരയ്ക്കുന്നില്ല, നിങ്ങൾ നോക്കിയാൽ ഈ പോസിറ്റീവ് ചാർജ് അടുത്ത സ്റ്റെപ്പിൽ അടുത്ത Hൻ്റെ തലയ്ക്ക് വെച്ച് കൊടുക്കും, അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജിന് ഇവിടെ തന്നെ 3 പോസിബിലിറ്റി ലൊക്കേറ്റ് ചെയ്യണം അല്ലേ. അതുപോലെ ഇവിടെ 3 പോസിബിലിറ്റി ഉണ്ട് ലൊക്കേറ്റ് ചെയ്യാനായിട്ട്, ഡീലോക്കലൈസ് ചെയ്യാനായിട്ട്. അതുപോലെ ഇവിടെ 3 പോസിബിലിറ്റി അല്ല. അപ്പോൾ 9 പൊസിഷനുകൾ പോസിബിൾ ആണ്. ചോദിച്ചതല്ല എത്ര സ്ട്രക്ചേഴ്സ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ സാധാരണ പറയാറുള്ളത് എത്ര പൊസിഷനിലേക്ക് മാറാം പ്ലസ് 1 കൂട്ടി എഴുതുക എന്നുള്ളതാണ്. സോ ആൻസർ 10 ആണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ സ്ഥിരം ചോദിച്ച് താഴ്പിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്. ക്രിസ്റ്റലൈസേഷൻ എന്നുള്ളത് സോളബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. ഇമ്പ്യൂരിറ്റിയും കോമ്പൗണ്ടും തമ്മിലുള്ള അലിയാനായിട്ടുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്റ്റലൈസേഷൻ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്യൂരിഫിക്കേഷൻ്റെ ഭാഗമാണ്. റിപ്പീറ്റഡ് ക്രിസ്റ്റലൈസേഷൻ ഈസ് റിക്വയർഡ് ടു പ്യൂരിഫൈ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഇമ്പ്യൂരിറ്റീസ് വിത്ത് കമ്പയറബിൾ സോളബിലിറ്റി. എക്സാക്ട്ലി ദ സെയിം സെൻറ്റൻസ് ഈസ് ഗിവൺ ഇൻ NCERT. നിങ്ങൾ ആ ക്രിസ്റ്റലൈസേഷൻ എന്നുള്ള ഹെഡിങ്ങിൻ്റെ ആ പാരഗ്രാഫിൻ്റെ ഏറ്റവും ലാസ്റ്റ് സെൻറ്റൻസ് വായിച്ചു നോക്കിയാൽ യു ക്യാൻ സീ. ഇനി ഗ്ലിസറോൾ ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം സ്പെൻഡലൈ. ഈ സോപ്പ് മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന ഇമ്പ്യൂർ ആയിട്ടുള്ള ലിക്വിഡ്, അതായത് അവസാനം കിട്ടുന്ന റെസിഡ്യൂ ലിക്വിഡിൻ്റെ പേരാണ് സ്പെൻഡലൈ. അതിൽ അലിഞ്ഞു കിടക്കുന്ന സോപ്പ് ഉണ്ട്, അതിനെ സെപ്പറേറ്റ് ചെയ്യും കേട്ടോ. കിട്ടുന്ന ഗ്ലിസറോളിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിൻ്റെ പേര് റെഡ്യൂസ്ഡ് പ്രഷറിലെ ഡിസ്റ്റിലേഷനാണ്. കാരണമുണ്ട്, എന്താ വെച്ചാൽ ഗ്ലിസറോളിൻ്റെ നോർമൽ ബോയിലിംഗ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഗ്ലിസറോൾ കാണണ്ട, വാനിഷ്ഡ് ആവും, അറ്റ്മോസ്ഫിയറിലേക്ക് വാനിഷ്ഡ് ആവും. എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പറും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് ഡീകമ്പോസ് ചെയ്യും. അത് ചില കോമ്പൗണ്ടുകൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ബോയിലിംഗ് പോയിന്റ് എത്തുന്നേക്കാൾ മുമ്പ് ഡീകമ്പോസ് ചെയ്യാം. അപ്പോൾ നോർമൽ ബോയിലിംഗ് പോയിന്റ് എത്തുന്നേക്കാൾ മുമ്പേ കോമ്പൗണ്ടിനെ ബോയിൽ ചെയ്യാനായിട്ട് സറൗണ്ടിങ്ങിൻ്റെ പ്രഷർ 180 താഴേക്ക് കൊണ്ടുവന്നാൽ മതി. വെള്ളം ബോയിൽ ചെയ്യുന്നത് 100 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെള്ളത്തിൻ്റെ വേപ്പർ പ്രഷർ 180 എത്തി എന്നല്ലേ. സറൗണ്ടിങ്ങിൻ്റെ പ്രഷർ 1 താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ 100 ഡിഗ്രി ചൂടാക്കേണ്ട ആവശ്യമില്ല, അതിന് മുമ്പ് വെള്ളം തിളയ്ക്കും. അതേപോലെ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ സറൗണ്ടിങ്ങിൻ്റെ പ്രഷർ നമ്മൾ ചെറുതാക്കി വാക്വത്തിൻ്റെ അടുത്തേക്കൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ബോയിൽ ദ കോമ്പൗണ്ട് ഫാർ ബിഫോർ ദ നോർമൽ ബോയിലിംഗ് പോയിന്റ്. സോ ദർ ഇസ് നോ ഡീകമ്പോസിഷൻ ഓഫ് ദ കോമ്പൗണ്ട് കേട്ടോ. അപ്പോൾ അത് ഗ്ലിസറോളിൻ്റെ ഭാഗത്ത് ശരിയാണ് എന്ന് പറഞ്ഞാൽ എല്ലാം കറക്റ്റാണ് കേട്ടോ.
ഓക്കെ യെസ്. അടുത്ത സ്റ്റീം ഡിസ്റ്റിലേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. എന്താ കാര്യം വെച്ചാൽ കോമ്പൗണ്ടിൻ്റെ പ്രഷറും അതുപോലെ തന്നെ സ്റ്റീമിൻ്റെ പ്രഷറും ഇത് രണ്ടും കൂടെ 1 atm ആയാൽ മതി. ഇങ്ങനൊരു ഈക്വേഷൻ നിങ്ങൾക്ക് ബുക്കിൽ കാണാം. അതായത് സാധാരണ ഒരു കോമ്പൗണ്ടിൻ്റെ പ്രഷർ ഒറ്റയ്ക്ക് 1 atm ആകുമ്പോഴാണല്ലോ വേപ്പറൈസ് ചെയ്ത് വരിക. ഐ എം ടോക്കിംഗ് അബൌട്ട് ബോയിലിംഗ്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല അത്രേ. കോമ്പൗണ്ടിൻ്റെ പ്രഷറും സ്റ്റീം പാസ് ചെയ്യുന്ന സ്റ്റീമിൻ്റെ പ്രഷറും കൂടെ ഒരുമിച്ച് കൂട്ടുമ്പോൾ 1 atm ആയിക്കഴിഞ്ഞാൽ കോമ്പൗണ്ട് സ്റ്റീമിൻ്റെ കൂടെ പോകും. സ്റ്റീം ഡിസ്റ്റിലേഷന് 2 കാര്യങ്ങളുണ്ട്. സ്റ്റീമിൻ്റെ കൂടെ വേപ്പറൈസ് ചെയ്യാനുള്ള കഴിവ് വേണം, വെള്ളമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. മനസ്സിലാവുണ്ടോ? ഇനി മിക്സ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, ശരിക്കും നമുക്ക് വേറെ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാം. അത് പണി കൂടുന്നുള്ളതാണ്. അതുകൊണ്ട് ഓക്കെ, സ്റ്റീമിൻ്റെ കൂടെ വേപ്പറൈസ് ചെയ്യണം, വെള്ളമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല എന്നാണ് ബുക്കിലെ കണ്ടീഷൻ കേട്ടോ. അപ്പോൾ അതുകൂടെ ഓർത്തിരിക്കുക. ആൻഡ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ കേട്ടോ. ദെൻ 15 ചോദ്യം കൂടി ഉണ്ട്. 35ാമത്തെ തുടങ്ങാണ്. ഡിറ്റക്ഷൻ ഓഫ് ഫോസ്ഫറസ് യൂസിങ് അമോണിയം മോളിബ്ഡേറ്റ്. ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഉണ്ട് അല്ലേ, കനറി യെല്ലോ എന്നാണ് സാധാരണ പറയുക. ബ്രസീലിൻ്റെ യൂണിഫോം കണ്ടിട്ടില്ല നിങ്ങൾ, ഫുട്ബോൾ, ആ മഞ്ഞ കളർ. ഫോസ്ഫേറ്റിൻ്റെ ടെസ്റ്റാണ് ശരിക്കും ലാബിൽ. എനിവേ നമുക്കിവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആക്കിയിട്ട് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നത്. അമോണിയം മോളിബ്ഡേറ്റ് ചേർത്ത് കഴിഞ്ഞാൽ അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് എന്നൊരു ഫോമുലേ കിട്ടുക. അതിൽ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. NH4 ത്രൈസ് PO4 12 MOO3 എന്നാണ് കേട്ടോ. NH4 ത്രൈസ് ആണ്, NH എന്ന് പറയാറില്ല. ഓക്കെ, അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് എന്ന കോമ്പൗണ്ടാണ് യെല്ലോ കളറിൽ നമുക്ക് സാധാരണ കാണാറ്. അത് നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ, നിങ്ങൾക്ക് +1 +2 സ്റ്റാൻഡേർഡിൽ അത് തരാറില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് 0.246 ഗ്രാം ഓഫ് എൻ ഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് 198 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും 0.1014 ഗ്രാം വാട്ടറും ഉണ്ട്. പെർസെൻറ്റേജ് ഓഫ് കാർബണും വേണം, ഹൈഡ്രജനും വേണം. ജസ്റ്റ് ഫോമുല എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോമുല എന്താണ്? പെർസെൻറ്റേജ് ഓഫ് കാർബൺ ആണെങ്കിൽ 12/44 ഇൻറ്റു വെയ്റ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. വെയ്റ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡ് ബൈ വെയ്റ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 12/44 ഇൻറ്റു വെയ്റ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.198 ഡിവൈഡ് ബൈ വെയ്റ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് 246 ഇൻറ്റു 100. അത് ഏകദേശം ഒരു 21.8 ഒക്കെ അടുത്ത് വരും കേട്ടോ. അപ്പോൾ നമുക്ക് 22 എന്നുള്ള സംഖ്യ എടുക്കാം, ശതമാനം. ഇനി ഹൈഡ്രജൻ്റെ ഫോർമുല പറയാണ്. പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു 2/18 ഇൻറ്റു വെയ്റ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വെയ്റ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 2/18 ഇൻറ്റു വെയ്റ്റ് ഓഫ് വാട്ടർ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 0.1014 ഡിവൈഡ് ബൈ വെയ്റ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് 0.246 ഇൻറ്റു 100. അത് ഏകദേശം ഒരു 5 സംതിങ് 6ലേക്ക് റൗണ്ട് ചെയ്യാവുന്ന ഉത്തരം വരും. ഞാനിതിങ്ങനെ പറയാൻ കാരണം ഈ ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും കണ്ടുപരിചയമുണ്ടോ? പരിചയം ഉണ്ടാവണം, കാരണം ദിസ് ഇസ് എക്സാക്ട്ലി ദ എക്സാമ്പിൾ ഗിവൺ ഇൻ NCERT കേട്ടോ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് അത് പല ചോദ്യങ്ങൾ അങ്ങനെയാണ്. ഈവൻ ഫിസിക്സിലായാലും കേട്ടോ, കെമിസ്ട്രിയിലായാലും പല ചോദ്യങ്ങളും ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് അതേ എക്സാമ്പിൾ എടുത്ത് ചോദിക്കുകയാണേ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ലാസ്റ്റ് മൊമെൻ്റ് ആണെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉത്തരം A ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്വസ്റ്റ്യനിലെ ഭാഗം കേട്ടോ. 21.95ഉം 4.58 ആകുമ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് 6ലേക്കല്ലേ നമ്മൾ റൗണ്ട് ചെയ്യേണ്ടത്, ഇൻറ്റിജർ ടൈപ്പായിട്ട് ചോദിച്ചാൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യുമാസ് മെത്തേഡ് ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ 0.3. ഡ്യുമാസ് മെത്തേഡിൽ നമ്മൾ കംപ്ലീറ്റ് നൈട്രജനെ N2ൻ്റെ രൂപത്തിലേക്ക് മാറ്റി ആ N2നെ ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് വാട്ടർ വഴി കളക്ട് ചെയ്ത് ആ വോളിയം STPയിലേക്ക് കൺവേർട്ട് ചെയ്ത് ആൻഡ് യൂസിങ് ദ ഫോമുല. എന്താണ് ഫോമുല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു 28 ഡിവൈഡ് ബൈ 22,400 ഇൻറ്റു വോളിയം ഓഫ് N2 അറ്റ് STP വേണം ഡിവൈഡ് ബൈ വെയ്റ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100. മനസ്സിലാവുണ്ടോ? ഇതിൽ ആദ്യത്തെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 715 മില്ലിമീറ്ററാണ് പ്രഷർ, ടെമ്പറേച്ചർ 300 കെൽവിനാണ്, 50 ml ആണ് വോളിയം. അത് STP അല്ല. അപ്പോൾ അതിനെ STPയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് മുമ്പ് വേറൊരു പ്രശ്നമുണ്ട്. അക്വസ് ടെൻഷൻ എന്നുള്ള സംഭവം തന്നു കഴിഞ്ഞാൽ സൂക്ഷിക്കുക, നിങ്ങൾക്ക് മെഷർ ചെയ്തിട്ടുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പറിൻ്റെയും N2ൻ്റെയും കൂടെ ഒരുമിച്ചുള്ള പ്രഷറാണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ N2ൻ്റെ മാത്രമേ പ്രഷർ ആവശ്യമുള്ളൂ. അപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന പ്രഷറിൽ നിന്ന് അക്വസ് ടെൻഷൻ മീൻസ് പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ മൈനസ് ചെയ്യാം. 15 കുറച്ചാൽ 700 ആയി. ഇനി നമ്മൾ ഉപയോഗിക്കേണ്ട ഫോമുല P1 V1 ബൈ T1 ഇസ് ഈക്വൽ ടു P2 V2 ബൈ T2. ഇതിലെ പ്രഷർ 760 അല്ലേ,
ഞാൻ സ്റ്റാൻഡേർഡ് കണ്ടീഷനാണ് 760 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ഇൻറ്റു വോളിയം നമുക്ക് കാണണം ബൈ ടെമ്പറേച്ചർ 273 കെൽവിൻ ഈസ് ഈക്വൽ ടു P2 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നിരിക്കുന്ന പ്രഷർ 700 ആണ്. 715 നിന്ന് 15 കുറച്ചു കേട്ടോ. ഇൻറ്റു V1 തന്നിരിക്കുന്ന വോളിയം 50 ml ആണ്. V1 അല്ല V2 50 ml ആണ്. ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ 300. ഇതിൽ നിന്ന് V1 നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. ആൻഡ് ആ V1 ആണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 28 ഡിവൈഡ് ബൈ 22400 ഇൻറ്റു വോളിയം ആ കിട്ടുന്ന ഉത്തരം ബൈ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് 0.3 ആണ് ഇൻറ്റു 100. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരവും ഞാൻ കാണിച്ചു തരാം. ഇറ്റ് ഈസ് എക്സാക്ട്ലി ഗിവൺ ഇൻ NCERT ആണ് കേട്ടോ. 18 എന്നാണ് ഇവിടെ പ്രിൻറ്റിങ്ങിന് മിസ്റ്റേക്ക് വന്നതാണ്. 10 അല്ല 18 ആയിരുന്നു കൊടുത്തിരുന്നത് കേട്ടോ. ഓക്കെ 17.46 17.46 ആകുമ്പോൾ സത്യം പറഞ്ഞാൽ അത് ബാക്കിലേക്കാണ് റൗണ്ട് ചെയ്യേണ്ടത്. അതൊരു തർക്കം ഇട്ടേക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 17 പോയിൻറ്റ് കൃത്യ ഉത്തരം 17.46 ആണ് എന്ന് തൽക്കാലം നോക്കാം. അഗ്രേ. നെക്സ്റ്റ് വൺ കാരിയസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും അല്ലേ. ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഫോസ്ഫറസ്, സൾഫർ ഈ 5 ആളുടെ എസ്റ്റിമേഷന് നമ്മൾ കാരിയസ് മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ഫോർമുല എന്താണ്? കാരിയസ് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ഓഫ് ഹാലജൻ ബ്രോമിൻ ആണ് കേട്ടോ. അപ്പോൾ ഫോർമുല ബ്രോമിൻ്റെ പറയാണ്. പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ എന്ന് പറഞ്ഞാൽ 80 ഡിവൈഡ് ബൈ 188 അല്ലേ. റെഡിമെയ്ഡായിട്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. 80 ബ്രോമിൻ്റെ ആറ്റമിക് മാസ്. AgBrൻ്റെ വെയിറ്റ് ആണ് 188 108 80 ഇൻറ്റു വെയിറ്റ് ഓഫ് AgBr ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100 അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ 80 ബൈ 188 ഇൻറ്റു വെയിറ്റ് ഓഫ് AgBr 0.12 ആണ്. വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് അല്ല AgBrനെയാണ് എഴുതിയത് 0.15 12 15 എന്ന് എഴുതിയാൽ മതി കേട്ടോ. അത് സോൾവ് ചെയ്താൽ ഉത്തരം കിട്ടും. ആൻഡ് 34.04 കേട്ടോ. ഞാനിത് കംപ്ലീറ്റ് NCERT എടുത്തതെന്ന് വെച്ചാൽ ഒരു രീതി അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫിസിക്കൽ കെമിസ്ട്രി പ്രത്യേകിച്ച് നോക്കുക കേട്ടോ. പല ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. അത് അതേപോലെ തന്നെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടതാണ്. നെക്സ്റ്റ് എസ്റ്റിമേഷൻ ഓഫ് ഫോസ്ഫറസിലെ ഫൈനൽ പ്രിസിപ്പിറ്റേറ്റ് Mg2P2O7 ആണെന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് അതിനെ ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് മഗ്നീഷ്യം മിക്സർ ആഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് ഇതാണ് മഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ്. അതിനെ ഫിൽട്ടർ ചെയ്തിട്ട് ചൂടാക്കും. ഈ പ്രിസിപ്പിറ്റേറ്റിൻ്റെ വെയിറ്റ് എടുക്കുമ്പോൾ അത് ഗ്രാവിമെട്രിക് അനാലിസിസിൽ ചൂടാക്കാന്നുള്ളൊരു സ്റ്റെപ്പ് ഉണ്ട്. അത് ചൂടാക്കുമ്പോൾ അത് Mg2P2O7 ആയിട്ട് മാറും. മഗ്നീഷ്യം പൈറോ ഫോസ്ഫേറ്റ് ആയിട്ടാണ് ഫോസ്ഫറസിനെ നമ്മൾ ഫൈനൽ സ്റ്റേജിൽ വെയിറ്റ് എടുക്കുക. വെയിറ്റ് പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യേണ്ടത് ഈ സംഭവമാണ്. പക്ഷേ ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. Mg2P2O7 ആണ് കറക്റ്റ് ഉത്തരം. ഓക്കെ യെസ്. നെക്സ്റ്റ് വൺ ഹാലജൻ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ടുള്ള മാർഗ്ഗം ഇപ്പോൾ തന്നെ പറഞ്ഞു നിർത്തിയതാണ്. വാട്ട് ഇസ് മെത്തേഡ്? ലയബിക്സ് മെത്തേഡ് കാർബണും ഹൈഡ്രജനാണ്. ഡ്യുമാസ് മെത്തേഡ് നൈട്രജനാണ്. ജൽദാൾസ് മെത്തേഡ് നൈട്രജനാണ്. കാരിയസ് മെത്തേഡാണ് ഹാലജൻ്റെ എസ്റ്റിമേഷൻ. അത് ഒഴിവാക്കാവുന്ന ക്വസ്റ്റൻ ആയിരുന്നു, കാരണം പ്രീവിയസിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. നെക്സ്റ്റ് ഹൈഡ്രോ കാർബൺ ഒരു 10 ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞാൽ നമ്മൾ അവസാനിപ്പിക്കും കേട്ടോ. നോക്കാം. ഹൗ മെനി ആൽക്കീൻസ് ക്യാൻ ബി ഹൈഡ്രോജനേറ്റഡ് ടു ഗെറ്റ് 2,4-dimethyl hexane? 2,4-dimethyl hexane ഫോർമുല എന്താണ്? CH3 CH CH2 CH വീണ്ടും ഒരു CH3 CH2 CH3 ഇതല്ലേ 2,4-dimethyl hexane. ഇത് കിട്ടാനായിട്ട് എത്ര ആൽക്കീനെ ഹൈഡ്രോജനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ എഴുതിയിരിക്കുന്ന ഫ്രെയിമിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് ഡബിൾ ബോണ്ട് വയ്ക്കാം അല്ലേ. ഒരു ഡബിൾ ബോണ്ട് അല്ലല്ലോ, പല പോസിബിലിറ്റീസ് ഉണ്ട്. നോക്കിയേ, ഇവിടെ ഡബിൾ ബോണ്ട് വെച്ചൂടെ ഇതിൻ്റെ ഇടയ്ക്ക് അല്ലേ. ഇങ്ങനെ ഡബിൾ ബോണ്ട് വെച്ചൂടെ, പക്ഷെ അത് രണ്ടും ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇതില്ല. ഇനി ഇവിടെ ഡബിൾ ബോണ്ട് വെച്ചൂടെ, ആ കാർബണിൻ്റെ ഇടയ്ക്ക് 2 ഹൈഡ്രജൻ എടുത്ത് കളഞ്ഞിട്ട് ഡബിൾ ബോണ്ട് ആക്കാം. ഇവിടെ ഡബിൾ ബോണ്ട് വയ്ക്കാം. താഴേക്ക് ഡബിൾ ബോണ്ട് വയ്ക്കാം, പക്ഷെ അത് ഡിഫറൻറ്റാണ്. ഏറ്റത്തുള്ള CH3കളുടെ പോലെ അല്ലല്ലോ ഇടയ്ക്ക്. ഇവിടെ ഡബിൾ ബോണ്ട് വയ്ക്കാം അല്ലേ. ആൻഡ് ഇവിടെയും ഡബിൾ ബോണ്ട് വയ്ക്കാം. എന്ന് പറഞ്ഞാൽ എല്ലാമല്ല, ഓരോന്നായിട്ട് നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര പോസിബിലിറ്റീസ് ആണെന്ന് ആലോചിക്കുക. 1 2 3 4 5 6 ഉത്തരം കേട്ടോ. 6 ഉത്തരം. 6 സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഡബിൾ ബോണ്ട് വെക്കാം എന്നാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. ഹൗ മെനി ആൽക്കീൻസ് ക്യാൻ ബി ഹൈഡ്രോജനേറ്റഡ് ടു ഗെറ്റ് 2,4-dimethyl hexane? മനസ്സിലാണ്ടോ? NCERT നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ വേറൊരു രൂപം കാണാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് NaNH2 എന്ന് പറയുന്ന സംഭവത്തിനെ A എന്നുള്ള ആളെ വെച്ച് റിയാക്ട് ചെയ്തപ്പോൾ ഇത് കിട്ടി എന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ട, ഇത് CH ട്രിപ്പിൾ ബോണ്ട് CH ആയിരിക്കും A അല്ലേ. ഇനി രണ്ടാമത്
ഒരു ആൽക്കീൻ കിട്ടണമെങ്കിൽ NaNH2, ഇപ്പോൾ പ്രീവിയസ് റോഷൻ സാർ പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ കണ്ടതാണ് NaNH2 ഡീഹൈഡ്രോ ഹാലോജനേറ്റിംഗ് ഏജൻ്റാണ്. ആൽക്കഹോളിക് AOHൻ്റെ പോലെ അതിനേക്കാൾ പവർഫുൾ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഇതല്ലേ ഉത്തരം വരാൻ ചാൻസ് ഉള്ളത് അല്ലേ? CH3 CH2 അല്ലെ Br എന്നുള്ള സാധനത്തിന് ഡീഹൈഡ്രോ ഹാലോജനേറ്റ് ചെയ്യുമ്പോഴല്ലേ ഇഥീൻ ഫോം ചെയ്യുക. റിയേജൻ്റ് സെയിം ആണെങ്കിലും പർപ്പസുകൾ ഡിഫറെൻ്റ് ആണ് കേട്ടോ. യെസ്, 6 പ്രീവിയസിൻ്റെ ഉത്തരം. ഒരു ചെറിയൊരു 10-15 സെക്കൻഡിൻ്റെ ലാഗ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണത്. എനിവേ, ആ ഉത്തരം ബി ആണേ. മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ ഓർഡർ നോർമൽ പെൻറ്റൈൻ, ഐസോപെൻറ്റൈൻ, നിയോപെൻറ്റൈൻ. നോർമൽ പെൻറ്റൈൻ 1 2 3 4 5 അല്ലേ? നോർമൽ പെൻറ്റൈൻ, ഐസോപെൻറ്റൈൻ, നിയോപെൻറ്റൈൻ. ഇതിൽ മെൽറ്റിംഗ് പോയിൻറ്റ് ഹയസ്റ്റ് ആർക്കുക? 1 2 3. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓർഡറാണ്. അത് ഗിവൺ ഇൻ NCERT നോക്കുക. ഇതല്ലേ നമ്മുടെ നോർമൽ പെൻറ്റൈൻ 143 മെൽറ്റിംഗ് പോയിൻറ്റ്, 2-methyl ബ്യൂട്ടൈൻ 113 ആൻഡ് 2,2-dimethyl പ്രൊപ്പൈൻ 256 കേട്ടോ. അപ്പോൾ സെഡ് എക്സ് വൈ എന്നുള്ളതാണ് ഉത്തരം കേട്ടോ. സെഡിനാണ് ഹയസ്റ്റ് കേട്ടോ. ഇത് പ്യുവർലി ഇൻ NCERT ആണ്, വാല്യൂ ആണ്. ഇങ്ങനത്തെ കോളങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ചോദ്യം കേട്ടോ. ഏത് ആൽക്കീൻ ഒരു ആൽക്കീൻ്റെ വിഗറസ് ഓക്സിഡേഷൻ വിത്ത് KMnO4 ഉണ്ടാക്കിയ ആൾ ആസിഡ് ഒരാളുണ്ട്, കീറ്റോൺ ഉണ്ട്. ഇത് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഈസി ആയിട്ട്. ഒരു ആൽക്കീനെ നമ്മൾ KMnO4 ഹോട്ട് വിഗറസ് ആണ്, ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട് മൊത്തം പൊട്ടിപ്പോവും. H ഉള്ള ഡബിൾ ബോണ്ടഡ് കാർബൺ ആസിഡ് ആവും, H ഇല്ലാത്ത ഡബിൾ ബോണ്ടഡ് കാർബൺ കീറ്റോൺ ആവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോമ്പൗണ്ട് CH3COOH അല്ലേ? മറ്റേതാണെങ്കിൽ O ഡബിൾ ബോണ്ട് CH3 CH2 CH3 അല്ലേ? ഇത് CHൻ്റെയും ഡബിൾ ബോണ്ട് Cൻ്റെയും ഇടയ്ക്കാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ കാർബൺ ഡബിൾ ബോണ്ട് C കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴേക്ക് ഒരു CH3 ഉണ്ട്, ഇപ്പുറത്തേക്ക് ഒരു CH2 CH3 ഉണ്ട്. ഇനി ഈ കാർബണാണ് നമ്മുടെ CH, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു CH3 ഉണ്ട്. സോ ദ ആൻസർ ഈസ് 1 2 3 4 5 എന്നുള്ള നമ്പർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം 3-methyl pent-2-ene ആണ്. 3-methyl pent-2-ene ആണ് കേട്ടോ. ഉത്തരം എ ആണ്. ക്വസ്റ്റ്യൻസ് പലപ്പോഴും ഈ റിയാക്ഷൻസിൻ്റെ റിവേഴ്സ് ഓർഡറിലാണ് കാണാറേ, അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക കേട്ടോ. നെക്സ്റ്റ്, ഒരു ഡൈഹാലജൻ കോമ്പൗണ്ടിന് എക്സസ് ആൽക്കഹോളിക് AOH ആണ്, മിസ്സിംഗ് ആണ് കേട്ടോ. എക്സസ് ആൽക്കഹോളിക് AOH, എക്സസ് KOH അല്ല, എക്സസ് ആൽക്കഹോളിക് AOH ആണ്. അപ്പോൾ കോമ്പൗണ്ട് എന്താ ഒന്ന് പറഞ്ഞ്? CH3 CH Cl എന്നുള്ളതിനെ ആൽക്കഹോളിക് AOH ആകുമ്പോൾ ഇങ്ങനെ 2 മോളിക്യൂൾ HCl പോയാൽ ദ പ്രൊഡക്റ്റ് ഫോർമഡ് ഈസ് CH ട്രിപ്പിൾ ബോണ്ട് CH ആണ്. അതിനെ വീണ്ടും NaNH2 വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ CH ട്രിപ്പിൾ ബോണ്ട് CNA ആണ് വരിക അല്ലേ? എക്സസ് എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട്. ഇനി അതിനെ വീണ്ടും CH3Cl വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ CH ട്രിപ്പിൾ ബോണ്ട് CH3 വരും. എന്ന് പറഞ്ഞാൽ പ്രൊപ്പൈൻ. ഈ പ്രൊപ്പൈനെ റെഡ് ഹോട്ട് അയൺ ട്യൂബിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ബെൻസീനിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പൊസിഷനിൽ 3 മീഥൈൽ ഗ്രൂപ്പ്. 1,3,5 ട്രൈമീഥൈൽ ബെൻസീൻ ഇസ് കോമൺലി കോൾഡ് മെസിറ്റിലിൻ എന്നാണ് കേട്ടോ. സോ ആൻസർ മെസിറ്റിലിൻ ആണ് കേട്ടോ. ഓക്കെ, നമ്മുടെ സൈലത്തിലെ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ മൈൻഡ് മാപ്പൊക്കെ കൊടുക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 3 മോളിക്യൂൾ പ്രൊപ്പൈൻ ആണെങ്കിൽ മെസിറ്റിലിനാണ്, 2 മോളിക്യൂൾ പ്രൊപ്പൈനും 1 അസെറ്റിലീനും ആണെങ്കിൽ അവിടെ മെറ്റാസൈലിൻ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? അത് കൂടാതെ 2 അസെറ്റിലീനും 1 പ്രൊപ്പൈൻ ആണെങ്കിൽ ടൊളുവിൻ പ്രൊഡ്യൂസ് ചെയ്യും, 3 അസെറ്റിലീൻ ആണെങ്കിൽ ബെൻസിൻ പ്രൊഡ്യൂസ് ചെയ്യും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഉണ്ടായ കോമ്പൗണ്ട് മെസിറ്റിലിൻ ആണ് കേട്ടോ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് ഡീകളറൈസ് ബേസ് റിയേജൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പറയുമ്പോൾ ആൽക്കൈനുകൾ അല്ലേ? ആൽക്കൈനുകൾ ഇത് പ്രൊപ്പീനാണ്. ഇതിൽ പ്രിൻറ്റിങ്ങിൻ്റെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കുട്ടികൾ, അതുകൊണ്ട് ഞാൻ തൽക്കാലം ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ അതിൻ്റെ കണ്ടൻറ്റ് പറഞ്ഞുതരാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെയിറ്റ് എ മിനിറ്റ്, വൈറ്റായി ശ്രദ്ധിക്കുക. CH3 CH CH3 CH3 ഈ കോമ്പൗണ്ട് 2-methyl പ്രൊപ്പൈൻ ആണ്. ഇത് KMnO4 ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ട്. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ടെർസറി കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ആ ഹൈഡ്രജൻ്റെ ഇടയ്ക്ക് ഒരു ഓക്സിജൻ കയറി വരും. എന്ന് പറഞ്ഞാൽ അത് COOH CH3 CH3 ആയിട്ട് മാറും. ആൽക്കൈനുകളിൽ ടെർസറി കാർബൺ കാരിങ് ഹൈഡ്രജന് മാത്രമേ ഈ റിയാക്ഷൻ ഉള്ളൂ, ബാക്കി ആൽക്കൈൻസ് തരാറില്ല. ആൽക്കീനുകൾ എന്തായാലും KMnO4 ആയിട്ട് റിയാക്ഷൻ തരാറുണ്ട്, ആൽക്കൈനും തരാറുണ്ട്. പക്ഷേ ആൽക്കൈൻ ANE
ദിസ് ഈസ് ദ ഓൺലി കണ്ടീഷൻ. അതാണ് ആ ചോദ്യത്തിൻ്റെ കണ്ടന്റ്. വിട്ടേക്കാം. 47. ഇതെന്താ സംഭവം നോക്കി നിങ്ങൾ പഠിപ്പിച്ച കാര്യം തന്നെയാണ്. 1 2 3 4 5 6 7 8 കാർബൺ V2O5 അരോമാറ്റൈസേഷൻ ആണ് അല്ലേ. 6 കാർബൺ ആണെങ്കിൽ ബെൻസീൻ അല്ലേ, 7 കാർബൺ ആണെങ്കിൽ ടൊളുവിൻ അല്ലേ. അപ്പോൾ 8 കാർബൺ ആണെങ്കിൽ വരാൻ ചാൻസ് ഉള്ളത് ഒന്നുകിൽ ഈഥൈൽ ബെൻസീൻ, അല്ലെങ്കിൽ എന്ത് വരാം, എടോ റിങ്ങിലേക്ക് 6 കാർബൺ പോവും, 2 കാർബൺ പുറത്താണെങ്കിൽ അത് ഒന്നുകിൽ നിങ്ങൾക്ക് ഈഥൈൽ ഗ്രൂപ്പ് ഒറ്റയടിക്ക് എഴുതാം, അല്ലെങ്കിൽ അടുത്തടുത്ത് 2 മീഥൈൽ ഗ്രൂപ്പ് വെക്കാം. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും പോസിബിലിറ്റിയാണ് കേട്ടോ. ഏതൊക്കെ? ബിയും വരാം, സിയും വരാം. അരോമാറ്റൈസേഷൻ എന്നുള്ള റിയാക്ഷൻ ഓർക്കുക കേട്ടോ. 48. ഇത് ഒന്നുത്തരം പറയാമോ നിങ്ങൾക്ക്? ഈ പറഞ്ഞ പ്രൊപ്പീൻ എന്നുള്ള കോമ്പൗണ്ടിനെ HI ഓർഗാനിക് പെറോക്സൈഡ്, ഇപ്പോൾ റോഷൻ സാറ് പഠിപ്പിച്ചു പോയ കാര്യം കൂടിയാണ്. ക്യാൻ യു സേ ദ ആൻസർ? ഞാൻ വെയിറ്റ് ചെയ്യാം, കാരണം എൻ്റെ സമയം 1 മണിക്കൂറിന് മുമ്പ് നിർത്താനാണ്. അത് ഏകദേശം 1 മണിക്കൂറിന് മുമ്പ് തന്നെ തീരും. ഇപ്പോൾ പറഞ്ഞ ചോദ്യം 48ാമത്തെ ക്വസ്റ്റ്യനിൽ ക്യാൻ യു സേ ദ ആൻസർ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വേഗാവട്ടെ. ഡി, നോ റിയാക്ഷൻ. ERN പറയണ ആൾ ഇപ്പോൾ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരമാണോ ഡി എന്ന് പറഞ്ഞ്? ബി. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കോണിക് ഓഫ് സഡീഷൻ അതോ ആൻറ്റി മാർക്കോണിക് ഓഫ് സഡീഷൻ? ഏതാ? എടോ ഓർഗാനിക് പെറോക്സിൻ്റെ പ്രസൻസിൽ HBr മാത്രമല്ല ആൻറ്റി മാർക്കോണിക് ഓഫ് സഡീഷൻ വരുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ മാർക്കോണിക് ഓഫ് സഡീഷൻ അല്ലേ പറയാറ്. പക്ഷേ ആരും പറയുന്നില്ല, ഞാൻ പറയാം. എ ആണ് ഉത്തരം എന്നാണ് പലരും പറയുന്നത്. മാർക്കോണിക് ഓഫ് സഡീഷൻ അല്ലേ? സി. ഇതാണ് കറക്റ്റ്. സി പറഞ്ഞാരാ? തങ്കമണി. വെരി ഗുഡ്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് വായിച്ചു നോക്കൂ. അവിടെ എന്താ പറയാന്ന് വെച്ചാൽ ശ്രദ്ധിക്കൂ. ബി അല്ല കൂട്ടാ. അതെന്താ വെച്ചാൽ HIൻ്റെ അഡീഷൻ നോ റിയാക്ഷൻ ആണ് ശരിക്കും. അതായത് I ബോണ്ട് എന്താൽപ്പി കുറവായതുകൊണ്ട് I2 ഫോം ചെയ്യുക കേട്ടോ. ഇൻസ്റ്റെഡ് ഓഫ് ആഡിങ് ഡബിൾ ബോണ്ട് I2 ഫോം ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ സെൻറ്റൻസ് NCERTൽ. അപ്പോൾ അതുകൊണ്ട് പോസിബിലിറ്റി I2 ആൻഡ് പ്രൊപ്പീൻ ആണ് കേട്ടോ. പ്രൊപ്പീൻ ആസ് സച്ച് പ്രൊപ്പീൻ തന്നെ I2 ഉണ്ടാവുക ചെയ്യുക, അല്ലാതെ അവിടെ റിയാക്ഷൻ നടക്കാൻ ചാൻസ് ഇല്ല എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ തന്നിരിക്കുന്നതിലെ ബെറ്റർ ആൻസർ ഇതാണ്. എയോ ബിയോ വരില്ല. നോ റിയാക്ഷൻ തെറ്റാണ്, കാരണം റിയാക്ഷൻ ഇല്ലേ. HIയിൽ നിന്ന് I ഉണ്ടാവുക എന്ന് പറഞ്ഞത് റിയാക്ഷൻ അല്ലേ. അതുകൊണ്ട് ഡി അല്ല ഉത്തരം. ബെറ്റർ ആൻസർ ഏതാണ്? സി ആണ് കേട്ടോ. NCERT ടെക്സ്റ്റ് ബുക്കിലെ ആൻറ്റി മാർക്കോണിക് ഓഫ് സഡീഷൻ്റെ പാരഗ്രാഫിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗം നോക്കും. റൈറ്റ്. 2 more ക്വസ്റ്റ്യൻ. ഏത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിൽ നിന്നാണ് കണ്ടക്റ്റിംഗ് പോളിമർ ഉണ്ടാവാൻ ചോദിച്ചു കഴിഞ്ഞാൽ N ടൈംസ് CH ട്രിപ്പിൾ ബോണ്ട് CH പോളിമറൈസ് ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് CH ഡബിൾ ബോണ്ട് CH N ടൈംസ് പോളി അസെറ്റിൻ. ഇറ്റ്സ് എ കണ്ടക്റ്റിംഗ് പോളിമറാണ്. ഇവിടെ ആൾട്ടർനേറ്റീവ്ലി സിംഗിൾ ഡബിൾ പോകുമ്പോൾ കോൺജുഗേഷൻ അല്ലേ. അതുകൊണ്ട് അത് കണ്ടക്ടിവിറ്റി കാണിക്കും. അതുകൊണ്ട് ഇലക്ട്രോഡുകൾ മെറ്റലുകൾക്ക് പകരം പോളി അസെറ്റിൻ ഉപയോഗിക്കണു എന്ന് സെൻറ്റൻസ് ഉണ്ട്. സി ദ ഹെഡിങ് പോളിമറൈസേഷൻ. ആൽക്കൈൻ എന്നുള്ള ഹെഡിങ്ങിലെ അവസാനം പോളിമറൈസേഷനിൽ പോളി അസെറ്റിലിൻ്റെ യൂസസ് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. HF ആണെങ്കിൽ റിയാക്ഷൻ നടക്കില്ല കൂട്ടാ, കാരണം HF ബോണ്ട് എന്താൽപ്പി സ്ട്രോങ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് അത് പറയാത്തത് കേട്ടോ. അപ്പോൾ ഉത്തരം ഡി ആണ്. ആൻഡ് 1 more ക്വസ്റ്റ്യൻ. ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് വെച്ച് റിയാക്ട് ചെയ്ത കോമ്പൗണ്ട് ബി കിട്ടി, എനെ. വിൽ നോട്ട് പ്രൊവൈഡ് ഐഡോഫോം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. എടോ പ്രൊപ്പൈൻ എന്നുള്ളതിന് റിയാക്ഷൻ ഇല്ല. പ്രൊപ്പൈൻ എന്നുള്ള കോമ്പൗണ്ട് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ഷൻ ഇല്ല. ഇതീനിലുണ്ട് അല്ല, ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഇതീനുണ്ട്. ഇതീനിൽ ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ചേർക്കുമ്പോൾ വരാൻ ചാൻസ് ഏതാ? ഹൈഡ്രേഷനാടോ. ഇതിലേക്ക് വാട്ടർ ചേർക്കുമ്പോൾ CH3CH2OH അല്ലേ. അതിൽ ഐഡോഫോം ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി 2 ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ എന്താ? CH3 സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH3. ഇതിലേക്ക് നിങ്ങൾ ഈ പറഞ്ഞ റിയാക്ഷൻ ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുച്ച്റോസ് റിയാക്ഷൻ ആണ് അല്ലേ, ഹൈഡ്രേഷൻ അല്ലേ. ആദ്യം ഒരു ഈനോൾ ഫോം ചെയ്യും അല്ലേ. ആദ്യം ഒരു ഈനോൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോണത് CH3COCH2CH3 അല്ലേ. CH3CO ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഐഡോഫോം ടെസ്റ്റ് വരുന്ന ആളല്ലേ. അപ്പോൾ ഉത്തരം ഏതാണ്? 3 ഹെക്സൈൻ ആണ്.
അല്ലേ? 3 ഹെക്സൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കോമ്പൗണ്ട്, CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. ഇതിലേക്ക് നിങ്ങൾ വാട്ടർ ആഡ് ചെയ്താലും കിട്ടാൻ പോണത് ഈനോളാണ്. പക്ഷേ ആ ഈനോൾ ടോട്ടോമറൈസ് ചെയ്താൽ ഈ ഗ്രൂപ്പ് വരില്ല, CH3CO ഗ്രൂപ്പ് വരില്ല കേട്ടോ. വരാൻ പോണത് CH3 CH2 CO ഗ്രൂപ്പാണ്. അതുണ്ടായിട്ട് അയഡോഫോം ഫോം ചെയ്യില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അയഡോഫോം ഫോം ചെയ്യണില്ല, വിൽ നോട്ട് പ്രൊവൈഡ് അയഡോഫോം ആകുമ്പോൾ ദർ ഇസ് ഓൺലി വൺ ഓപ്ഷൻ ആൻഡ് ദാറ്റ് ഇസ് C കേട്ടോ. ഒരാൾക്ക് റിയാക്ഷൻ ഇല്ല, ബാക്കി രണ്ടുപേരുണ്ടാക്കുന്ന കോമ്പൗണ്ട് അയഡോഫോം ടെസ്റ്റ് തരും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. 50 ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 50 ഷോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. എല്ലാം നന്നായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ നന്ദി, നമസ്കാരം കേട്ടോ. അടുത്ത ക്ലാസ് സൂചി മാഷ് കയറുന്നുണ്ട് കേട്ടോ. ഓക്കെ, വെൽക്കം ബാക്ക്. ഗുഡ് ഈവനിങ്. കേൾക്കാമല്ലോ? എങ്ങനെയാണ് മാരത്തോണൊക്കെ കണ്ട് മടുത്തോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിലെ ബാക്കിയുള്ള ടോപ്പിക്സ് പെട്ടെന്ന് തന്നെ തീർക്കാം. ഇനി അധികം സമയം നമ്മൾ കളയണില്ല. എത്രയും പെട്ടെന്ന് മാരത്തോൺ നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. കുറേ ടോപ്പിക്കുകൾ മിച്ചമുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തീർത്തേക്കാം. ഓക്കെ, ഇനി വരുന്ന ടോപ്പിക്സ് നിങ്ങൾക്കറിയാം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ്, സോളിഡ്, ഫ്ലൂയിഡ്. അത് കഴിയുമ്പോഴത്തേക്ക് തെർമൽ പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സ്. തെർമൽ പ്രോപ്പർട്ടീസ് കഴിഞ്ഞ ഫേസിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. തെർമോഡൈനാമിക്സിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ കൈനറ്റിക് തിയറി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഫേസിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഓസിലേഷൻസ് ആൻഡ് വേവ്സ്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നിന്നോളുക. നമ്മൾ പെട്ടെന്ന് നമ്മൾ മുന്നോട്ട് പോകാം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം തെർമൽ സ്ട്രെസ്സ്, ഹുക്സ് ലോ. അതുപോലെ തന്നെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ, സസ്പെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ, NCERT ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടേ പോകാവുള്ളൂ. അതുപോലെ തന്നെ വോളിയം സ്ട്രെസ് സ്ട്രെയിൻ കർവ്, ഡക്റ്റൈൽ, ബ്രിട്ടിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ബ്രേക്കിംഗ് സ്ട്രെസ് ഒരു മെറ്റീരിയലിന് എപ്പോഴും എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ റേഷ്യോ ടൈപ്പ്, പിന്നെ ബൾക്ക് മോഡുലസ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അതാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. അതെല്ലാം നിങ്ങൾക്കറിയാം. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ, എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക. വയർ ലെങ്ത് L, റേഡിയസ് R, ഫോഴ്സ് F, ഇൻക്രീസിങ് ലെങ്ത് L. സെറ്റാണോടാ? ആൻസർ ചാടി പറയാൻ നോക്കണം കേട്ടോ. ഓക്കെ, അനദർ വയർ ഓഫ് 2L, 2R, 2F, ദെൻ ഇൻക്രീസിങ് ലെങ്ത് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം സെയിം മെറ്റീരിയൽ എന്ന് ഇവർ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്. മക്കൾ ശ്രദ്ധിച്ച് കാണുമെന്ന്. ആനന്ദ്, ഓക്കെ, എല്ലാവർക്കും ഹായ്. ഓക്കെ, അപ്പോൾ സെയിം മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ ഇക്വേഷനിലേക്ക് കിടക്കുകയാണ്. കുഞ്ഞുങ്ങൾക്കറിയാം y=FL/πr² Δl ആണ്. യങ്സ് മോഡുലസ് വെട്ടി, പൈ വെട്ടി. നമുക്ക് Δl പ്രപ്പോർഷണൽ ടു FL/r² ആണ്. ഇനി എന്തൊക്കെയാണ് പറഞ്ഞേക്കണേ? F2/F1 = 2 ആണ്. അതുപോലെ തന്നെ ലെങ്ത് L2/L1 = 2 ആണ്. L1 = 2 ആണ്. റേഡിയസ് R2/R1 ഓൾസോ = 2 ആണ്. ആൻസർ എത്ര പേര് പറഞ്ഞു കാണും? Δl2/Δl1 = F2/F1 L2/ ശ്രദ്ധിച്ച് പെട്ടെന്ന് നമുക്ക് തീർക്കണം. L2/L1 R1/R2 the whole square. F2/F1 എത്രയാ? 2. L2/L1 എത്രയാ? 2. R1/R2 എത്രയാ? 1/2 സ്ക്വയർ.
അപ്പോൾ ഡെൽറ്റ L2 ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ L1 തന്നെയാണ്. അപ്പോൾ ഡെൽറ്റ L1 എല്ലായിട്ടാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? നിങ്ങൾ തന്നെ പറഞ്ഞേ. ആൻസർ എന്തായിരിക്കും? L. ഓപ്ഷൻ ബി കിട്ടിയോ? അപ്പോൾ റേഷ്യോ ടൈപ്പ് വന്നാൽ നിങ്ങൾ നോക്കുക എന്തെല്ലാം സെയിം ആണോ ഇക്വേഷനിൽ അതെല്ലാം വെട്ടിക്കളയുക, നേരെ റേഷ്യോ എടുക്കുക, പ്രോബ്ലം ചെയ്യുക. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. ദ ലെങ്ത് ഓഫ് എ വയർ L1 L2 when 100 and 120 if 10 L2 equal to 11 L1 the natural length will be. നാച്ചുറൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് ഇക്വേഷൻ ആർക്കെങ്കിലും അറിയാവോ? നാച്ചുറൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് ഇക്വേഷൻ എനിവൺ പറയൂ. നാച്ചുറൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് ഇക്വേഷൻ, അല്ലെങ്കിൽ 8ന്റെ പണിയാണ്. ശ്രദ്ധിച്ചിരിക്കുക. നാച്ചുറൽ ലെങ്ത് ഈക്വൽ ടു ബിഗ് ഫോഴ്സ് ഇൻറ്റു ആദ്യത്തെ ലെങ്ത്, സ്മോൾ ഫോഴ്സ് ഇൻറ്റു രണ്ടാമത്തെ ലെങ്ത് ഡിവൈഡഡ് ബൈ ബിഗ് മൈനസ് സ്മോള്. കേട്ടോ, ട്രിക്കാണ്. L0 ഈസ് ഈക്വൽ ടു ചിലപ്പോൾ ടീയുടെ ടൈമിലായിരിക്കും ഡയറക്റ്റായിട്ട് പ്രീവിയസ് വന്നിട്ടുണ്ട്, ഇക്വേഷൻ ഡിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. പക്ഷേ 2023 ഇതൊരു സൂപ്പർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നേക്കുന്നത്, ഒരു പ്രോബ്ലം ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും L0യുടെ ഇക്വേഷൻ? F2 അല്ലെങ്കിൽ T2 എന്ന് വരും. T2 F2 L1 മൈനസ് F1 L2 ഡിവൈഡഡ് ബൈ F2 മൈനസ് F1. F2 എത്രയാടാ? പെട്ടെന്ന് പറഞ്ഞോളൂ 120 ഇൻറ്റു L1 മൈനസ് 100 ഇൻറ്റു L2 ഡിവൈഡഡ് ബൈ 20. എന്താ? 120 മൈനസ് 100. ശരിയല്ലേ? അപ്പോൾ L0 ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 20. പറഞ്ഞോളൂ. ഓരോ സീറോകൾ കട്ട് ചെയ്ത് പോയി. അപ്പോൾ 12 L1 മൈനസ് 10 L2 ഡിവൈഡഡ് ബൈ 2 കിട്ടി. ശരിയല്ലേ? 12 L1 മൈനസ് 10 L2 11 L1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 L2 11 L1 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 12 L1 മൈനസ് 11 L1 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് കിട്ടി? L1 ബൈ 2. ഇതാണ് L0 ഒറിജിനൽ ലെങ്ത്. L1 ബൈ എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും മക്കൾ തന്നെ പറ? 2. അടിപൊളി, ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ. അപ്പോൾ നാച്ചുറൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് ഇക്വേഷൻ എന്താ? F2 L1 മൈനസ് F1 L2 ഡിവൈഡഡ് ബൈ F2 മൈനസ് F1. ഓക്കെ ആണല്ലോടാ? അടിപൊളിയായിട്ട് ചെയ്തോണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്ക്വയർ അലൂമിനിയം. ഈ സ്ക്വയർ എന്ന് പറയുന്നത് നിങ്ങളെ പറ്റിക്കാനായിട്ട് വന്നേക്കുന്നത്. ആ സ്ക്വയർ അവൻ്റെ ഫേസ് മാത്രമാണ്. ഷിയർ മോഡുലസ് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, തിക്നെസ് തന്നിട്ടുണ്ട്, ഓക്കെ, ഫോഴ്സ് തന്നിട്ടുണ്ട്. എന്താ വേണ്ടത്? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ അപ്പർ എഡ്ജ്. നിങ്ങൾ ഇതിൻ്റെ പടം ഓർക്കുന്നുണ്ടാവും. ഇങ്ങനെയാണ് ഫിഗർ വരുന്നത്. ഇവർ പറഞ്ഞേക്കുന്ന സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ് സ്ക്വയറായിട്ട് വരുന്നത്. പക്ഷെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തേക്കുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് അപ്പർ എഡ്ജാണ്. ഈ അപ്പർ എഡ്ജിലേക്കാണ് ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇതും L ഇതും L, പക്ഷേ ഇവിടെ തിക്നെസ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ LT ഇട്ട് കൊടുക്കണം. LT ഇട്ട് കൊടുക്കണം. അപ്പോൾ ഷിയർ മോഡുലസ് ഈക്വൽ ടു FL ഡിവൈഡഡ് ബൈ A ഡെൽറ്റ L ആണ്. ഈ ഡെൽറ്റ L ആണ് നമ്മളോട് ചോദ്യം. ഷിഫ്റ്റ് ഓഫ് ദ അപ്പർ എഡ്ജ് FL ഡിവൈഡഡ് ബൈ LT N ആണ്, L. അപ്പോൾ ആ സൈഡിൻ്റെ ലെങ്തിൻ്റെ ആവശ്യം പോലും ഇവിടെ ഇല്ല. ശരിയല്ലേ? എഫിൻ്റെ വാല്യൂ എത്രയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ പറ? എഫിൻ്റെ വാല്യൂ എത്രയാണ്? 18 × 10⁴. 18 × 10⁴ ഡിവൈഡഡ് ബൈ തിക്നെസ് എത്രയാണ്? തിക്നെസ് 15 സെൻറ്റിമീറ്റർ. അപ്പോൾ 15 × 10⁻² ഇൻറ്റു ഷിയർ മോഡുലസ് എത്രയാണ്? 25 × 10⁹. 25 × 10⁹. ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ ഏതാണ്ട് 48 മൈക്രോമീറ്റർ ആണ്. 48 മൈക്രോമീറ്റർ ആയിരിക്കും ഇതിൻ്റെ ആൻസറായിട്ട് വരാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ഹോംവർക്കാണ്. അപ്പോൾ നിങ്ങൾ സ്ക്വയർ എന്ന് കേട്ടോണ്ട് വീഴരുത്. നമ്മൾ എവിടെയാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അവൻ്റെ ഏരിയയാണ് എടുക്കേണ്ടത്. ദ ഏരിയ ഈസ് ദാറ്റ് വൺ വേർ ദ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ. അപ്പോൾ ഫോഴ്സ് അപ്പർ ഫേസിൽ കൊടുത്താൽ ഏരിയ എടുക്കേണ്ടത് അപ്പർ ഫേസിൻ്റെയാണ്. ഫോഴ്സ് സൈഡിൽ കൊടുത്താൽ ഏരിയ എടുക്കേണ്ടത് സൈഡിൻ്റെയാണ്. സെറ്റല്ലേടാ? കമൻറ്റ് ചെയ്തോളൂ. അടുത്ത ക്വസ്റ്റ്യൻ. എ വയർ ഫിക്സ്ഡ് അറ്റ് സ്ട്രെച്ച്ഡ് ബൈ. അപ്പോൾ ഡെൽറ്റ Lൻ്റെ വാല്യൂ ഉണ്ട്, ഫോഴ്സ് ഉണ്ട്, വർക്ക് ഡൺ ആണ്. മക്കൾക്ക് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ ½ × F × ഡെൽറ്റ L ഒരെണ്ണമുണ്ട്, നമ്മുടെ ആൻസർ അതാണ്. അല്ലെങ്കിൽ ½ × K × ഡെൽറ്റ L² ഉണ്ട്. ഇതെല്ലാം മൈൻഡ് മാപ്പിലുണ്ട്. ½ × F² ഡിവൈഡഡ് ബൈ 2K ഉണ്ട്. അതുപോലെ തന്നെ W = YA ഡെൽറ്റ L² ഡിവൈഡഡ് ബൈ 2L ഉണ്ട്.
ഇതെല്ലാം വർക്കിനുള്ള ഇക്വേഷൻസ് ആണ്. നമുക്കിത് കൊടുത്താൽ മതി. ഹാഫ് ഇൻറ്റു എന്താണ് ഇവർ പറഞ്ഞേക്കുന്നത്, എഫ് എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്, എഫ് ഇൻറ്റു ഡെൽറ്റ എല്ലിന് പകരം എല്ല്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്ഷൻ. എത്ര പേര് ഓപ്ഷൻ പറഞ്ഞു? എത്ര പേര്? എഫ് എൽ ഡിവൈഡഡ് ബൈ 2, എഫ് എൽ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നല്ല ഈസി ആയിട്ട് എല്ലാ കഴിഞ്ഞ ഫേസിൽ എല്ലാ ഷിഫ്റ്റുകളിലും തന്നെ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ 4 മാർക്ക് നിങ്ങളുടെ പോക്കറ്റിലേക്ക് ഇടാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഏത്? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്. അടുത്തത് നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് ആണ്. നിങ്ങളുടെ NCERT ടെക്സ്റ്റിൻ്റെ വോളിയം 2ൻ്റെ ഒരു 1/3 കൈയടക്കിയേക്കുന്നത് ഏതാണ്? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി വലിയ ടോപ്പിക്കുകളാണ്. നമുക്ക് മൈൻഡ് മാപ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, യൂട്യൂബിൻ്റെയൊക്കെ മൈൻഡ് മാപ്പ് കണ്ടോ? അടിപൊളിയായിട്ടാണ്. യൂട്യൂബ് റൊട്ടേറ്റിംഗ്, യൂട്യൂബ് ആക്സിലറേറ്റിംഗ്, ഇതാണ് യൂട്യൂബ് ആക്സിലറേറ്റിംഗ്, ഇതാണ് യൂട്യൂബ് റൊട്ടേറ്റിംഗ്, ഇത് യൂട്യൂബ് റൊട്ടേറ്റിംഗ്. നമ്മുടെ സൂഫി ഡാൻസ് പോലെ ഇങ്ങനെ യൂട്യൂബ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇൻക്ലൈൻഡ് യൂട്യൂബ്, കാപ്പിലറി ട്യൂബ്, മിക്സിംഗ് അപ്പ് ഓഫ് ലിക്വിഡ്സ്, ഇതെല്ലാം നമുക്ക് ഉള്ള ടോപ്പിക്കുകളാണ്. ഡെൻസിറ്റി, റിസൾട്ടൻ്റ് ഡെൻസിറ്റി, റിലേറ്റീവ് ഡെൻസിറ്റി. റിസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ മിക്സിംഗ് അപ്പ് ഓഫ് ലിക്വിഡ്സാണ്. ഈക്വൽ വോളിയം ആണോ ഈക്വൽ മാസ് ആണോ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇക്വേഷൻ യൂസ് ചെയ്ത് പ്രോബ്ലം ചെയ്യുക. നമുക്ക് കണ്ടോ? അടുത്തത്, ഈ സാധനം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ സാധാരണ കാണാറില്ലാത്തതാണ്. ഇത് ഏതാണെന്ന് നിങ്ങൾ തന്നെ നോക്കിയേ. ഏതാണ്? ഹൈഡ്രോളിക് ലിഫ്റ്റ്. കഴിഞ്ഞ ഫേസിൽ പക്ഷെ നമുക്ക് വന്നിട്ടില്ല. ഡാർവിൻ, ഹൈഡ്രോളിക് ലിഫ്റ്റ് കഴിഞ്ഞ ഫേസിൽ നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഈ ഫേസിൽ വരാനായിട്ട് വളരെ 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 ചാൻസ് ഉണ്ട്. ബോയൻസി, ശരിയല്ലേ? പിന്നെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി കഴിഞ്ഞ ഫേസിൽ വന്നിട്ടില്ല. അല്ല, ഒരിടത്ത് വന്നിട്ടുണ്ട്, സ്പ്രേ ഗണ്ണിൻ്റെ ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വരാൻ ചാൻസ് ഉള്ളതാണ് ഏറ്റവും. പിന്നെ വെലോസിറ്റി എഫ്ലക്സ്, അത് നല്ല ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് ബെർണോളി തിയറം വെച്ചുകൊണ്ട്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് 1-2 ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഹൈഡ്രോളിക് ലിഫ്റ്റിലെ തന്നെ ഒരു പ്രോബ്ലമാണ് ഞാൻ എടുത്തിട്ടേക്കുന്നത്. 2023 ക്വസ്റ്റ്യൻ ആണ്, 2024 ഫേസിൽ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വരാൻ ചാൻസ് മാക്സിമാണ്. നിങ്ങൾ പഠിച്ചിട്ടേ നാളെ പോകാവുള്ളൂ. ഹൈഡ്രോളിക് ഓട്ടോ എന്താണ് പൊക്കേണ്ടത്? 500. അപ്പോൾ M2 എന്ന് പറയുന്നത് 5000 ആണ്. 500 അല്ല, 5000 കിലോഗ്രാം ആണ്. ന്യൂട്രൺ അല്ല, അപ്പോൾ G വേണം. എഫിന് വേണ്ടിയിട്ട് എന്തുകൂടി വേണം? G കൂടി വേണം. നോക്കുക, ഏരിയ ക്രോസ് സെക്ഷൻ ക്യാരിയിങ് ദ ലോഡ്. അപ്പോൾ A2 ഉണ്ട്. A2 ഈസ് ഈക്വൽ ടു 250 × 10⁻⁻⁴ മീറ്റർ സ്ക്വയർ. ദ മാക്സിമം പ്രഷർ, അപ്പോൾ P1 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. P1 ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. മക്കൾക്കറിയാം P1 മസ്റ്റ് ബി ഡെൽറ്റ P1 മസ്റ്റ് ബി ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ P2. ഡെൽറ്റ P2 M2G ഡിവൈഡഡ് ബൈ A2 ആണ്. M2 എത്രയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ പറ? 5000 ഇൻറ്റു G10 ഡിവൈഡഡ് ബൈ 250 ഇൻറ്റു 10⁻⁻⁴. ഇത്രയും നമ്മൾ എടുക്കുമ്പോൾ തന്നെ 2 കിട്ടി. അപ്പോൾ 2 ഇൻറ്റു 20 200 ഇൻറ്റു 10⁻⁴. അപ്പോൾ 2 ഇൻറ്റു എത്ര വരും? 10⁻⁶. 2 ഇൻറ്റു 10⁻⁶. ഇതൊക്കെ ടൈപ്പ് ചെയ്യണം കേട്ടോ. അവിടെ എൻ്റെ കുട്ടികളൊക്കെ ഇല്ലേ? എത്ര പേരുണ്ട്? എന്തോരം കുട്ടികളുണ്ട്. എന്നിട്ട് എന്ത് ആൻസർ ടൈപ്പ് ചെയ്യാത്ത? പെട്ടെന്ന് ടൈപ്പ് ചെയ്തേ. നമുക്ക് പെട്ടെന്ന് തീർക്കണം. ഇനി കെമിസ്ട്രി മാത്സ് ഒക്കെ കിടക്കുമല്ലേ? നമ്മുടെ ഫിസിക്സിൻ്റെ ഒരു മോഡ്യൂൾ കൂടി തീരാനുണ്ട് സെക്കൻഡ് ഇയറിലെ. ഓക്കെ, അടുത്തത് നമുക്ക് കിഡിലൻ ഒരു പ്രോബ്ലമാണ്. ഇച്ചിരി ടഫാണ്, പഠിക്കുന്ന കുട്ടികൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് പറ, കുഞ്ഞുങ്ങൾ തന്നെ പറ. ഇതിലെ ഏറ്റവും ഈ ഫ്ലൂയിഡിലെ ഒരു ടഫ് ക്വസ്റ്റ്യൻ നോക്കുക. ക്രോസ് സെക്ഷൻ അറ്റ് എ എന്ന് പറയുന്ന സ്ഥലത്തെ ക്രോസ് സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന സ്ഥലത്തെ ക്രോസ് സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബിയിലെ സ്പീഡുണ്ട്. V2 ഉണ്ട് 60 cm/s എന്ന്. പക്ഷേ V1 ഇല്ല. അപ്പോൾ P1 - P2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നോ? അപ്പോൾ നമുക്ക് എന്തായാലും P1 - P2 കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ V1 കൂടിയേ തീരൂ. അപ്പോൾ V1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറ. A1 V1 ഈക്വൽ ടു എന്താണ്? A2 V2. അപ്പോൾ V1 ഈക്വൽ ടു എന്താണ്? A2 V2 ഡിവൈഡഡ് ബൈ എന്താണ്? A1. A2 എത്രയാടാ? 25 × 10⁻⁻⁶. ഓക്കെ അല്ലേ? V2 എത്രയാ? 60 × 10⁻⁻² ഡിവൈഡഡ് ബൈ A1 എത്രയാ? A1 1.5 cm². അപ്പോൾ 15 × 10⁻⁻5 എടുക്കാം. ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് 10 കിട്ടും. V1 എത്ര കിട്ടും? 10 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് P1 - P2 ആണ്.
P1 മൈനസ് P2. നമ്മുടെ ക്ലാസ്സുകളിലെ ഷോർട്ട് ഇക്വേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഹാഫ് റോ ഇൻറ്റു എടാ ഇവിടെ 1ഉം 2ഉം വന്നാൽ ഇവിടെ V2² മൈനസ് V1² എടുത്തോണം മക്കളെ. ഇതാണ് അതിൻ്റെ ട്രിക്ക്. ശരിക്കും P1 പ്ലസ് ഹാഫ് റോ V1² ഈസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2² ചെയ്യേണ്ടത്. അവിടെ P1 മൈനസ് P2 ആണ്. ലിഫ്റ്റോ ഹെലികോപ്റ്റർ ടൈപ്പ് പ്രോബ്ലം. അപ്പോൾ P1 മൈനസ് P2 ആണ് വേണ്ടതെങ്കിൽ ഹാഫ് റോ ഇൻറ്റു ബ്രാക്കറ്റിൽ നേരെ തിരിച്ചെടുക്കുക. V2² മൈനസ് എന്തെടുക്കുക, V1² എടുക്കുക. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസറിലേക്ക് പോവുക. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഹാഫ് ഇൻറ്റു ഡെൻസിറ്റി വാട്ടർ ആണ് 10⁻³ ഇൻറ്റു 60 ഇൻറ്റു 10⁻² ദ ഹോൾ സ്ക്വയർ മൈനസ് 10 ഇൻറ്റു 10⁻² ദ ഹോൾ സ്ക്വയർ. അതിൽ നിന്ന് 10⁻⁴ ഒക്കെ പുറത്തേക്ക് എടുക്കാം. ഇത് 175 എന്ന് ആൻസർ കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക. ആൻസർ എത്രയായിരിക്കും? 175 പാസ്കൽ. 175 പാസ്കൽ. അടിപൊളിയായിട്ട് ചെയ്തോണം. എടാ ഇതൊക്കെ ബ്രാക്കറ്റ് ക്ലോസ് എടുക്കാൻ എളുപ്പമുണ്ട്. നമുക്ക് 10⁻⁴ കോമൺ ഫാക്ടർ ആണ്. ഒരു 10ൻ്റെ സ്ക്വയർ 100 കോമൺ ഫാക്ടർ ആണ്. 6ൻ്റെ സ്ക്വയർ 36 മൈനസ് 1ൻ്റെ സ്ക്വയർ 1 തന്നെ. അപ്പോൾ 36 മൈനസ് 1 35/2 17.5 17.5 കൂട്ടി ഒരു ആൻസറേ ഉള്ളൂ. എങ്ങനെയുണ്ട്? അപ്പം മനസ്സിൽ ചെയ്യാവുന്ന പ്രോബ്ലമാണ്. കാൽക്കുലേഷൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് മാത്സിൻ്റെ ബേസ് ഉള്ള കുട്ടികളാണ്. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ. പ്രഷർ ഇൻസൈഡ് എ സോപ്പ് ബബിൾ. അപ്പോൾ P ഇൻ ആണ് തന്നേക്കുന്നത്. P ഔട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു അറ്റ്മോസ്ഫിയർ പുറത്തുണ്ട്. അപ്പോൾ P ഇൻ 1.2 റെസ്പെക്റ്റീവ്ലി ദ റേഷ്യോ ദെയർ വോളിയം ആണ് ചോദ്യം. നമുക്കറിയാം ഡെൽറ്റ P കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഡ്രോപ്പാണോ ബബിളാണോ? ബബിൾ. അപ്പോൾ 4s/r ആണ്. 4s കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഡെൽറ്റ P ഡിറക്ട്ലി പ്രപ്പോർഷണൽ ടു 1/r. പക്ഷേ വോളിയമാണ് തന്നേക്കണേ. വോളിയം പ്രപ്പോർഷണൽ ടു r³ അപ്പോൾ r പ്രപ്പോർഷണൽ ടു വോളിയം റേസ് ടു 1/3. സെറ്റാണോടാ? അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? റേഷ്യോ ദെയർ വോളിയം. അപ്പോൾ വോളിയം 1/വോളിയം 2 ഈക്വൽ ടു r1/r2 ദ ഹോൾ ക്യൂബാണ്. ഈസ് ഈക്വൽ ടു ഡെൽറ്റ P2/ഡെൽറ്റ P1 ദ ഹോൾ റേസ് ടു 3 ആണ്. ശരിയല്ലേ? വോളിയത്തിൻ്റെ റേഷ്യോ ആണ് വേണ്ടത്, റേഡിയസിൻ്റെ അല്ല. വോളിയത്തിൻ്റെ റേഷ്യോ ആണ് വേണ്ടത്. കിട്ടിയോ? ഇനി ഇൻസൈഡ് തന്നിട്ടുണ്ട്. ഇൻസൈഡിൽ നിന്ന് 1 കുറച്ചാലേ ഡെൽറ്റ P കിട്ടുള്ളൂ. അപ്പോൾ ഡെൽറ്റ P2 എത്രയാ? 1.02 മൈനസ് 1 ഡിവൈഡഡ് ബൈ പറഞ്ഞോളൂ 1.01 മൈനസ് 1 ദ ഹോൾ ക്യൂബ്. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാം. 0.2 എന്ന് വെച്ചാൽ മേളിലും താഴെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ക്യാൻസലാവും. അപ്പോൾ 2 ക്യൂബ്. ആൻസർ എത്ര വരും? 8:1. എന്തുകൊണ്ട് ആൻസർ ചെയ്തില്ല? ഇതൊക്കെ നോക്കി ആൻസർ പറയണം. അധികം സമയം കളയരുത്. ശരിയല്ലേ? അപ്പോൾ എക്സസ് ഓഫ് പ്രഷറിൻ്റെ ഒരു പ്രോബ്ലം ഉറപ്പായിട്ട് ചോദിക്കാവുന്ന അടുത്തൊരു പ്രോബ്ലമാണ് ഇക്വിലിബ്രിയം ടൈപ്പ് പ്രോബ്ലം. സർഫസ് ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഇവിടെ താഴത്തോട്ട് എന്തുണ്ട്? mg, മേളിലോട്ട് എന്തുണ്ട്? സർഫസ് ടെൻഷൻ കാരണമുള്ള ഫോഴ്സ്. ആ ഫോഴ്സ് കണ്ടുപിടിക്കാൻ സർഫസ് ടെൻഷൻ ഇൻറ്റു 2 സർഫസ് ഇൻറ്റു ലെങ്ത്. അതാണ് ഇക്വിലിബ്രിയം ടൈപ്പ് പ്രോബ്ലം. അടിപൊളിയായിട്ട് പഠിച്ചോണം. അപ്പോൾ ഇക്വേഷൻ എന്താ? mg ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു നമ്പർ ഓഫ് ഫ്രീ സർഫസ് ഇൻറ്റു ലെങ്ത്. നമുക്ക് വേണ്ടത് സർഫസ് ടെൻഷൻ ആണെങ്കിൽ mg ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം? 2l ചെയ്യാം. മാസ് എത്രയാണെന്നാണ് പറയുന്നത്? എല്ലാവരും കൂടി പറയും. മാസ് എത്രയാണെന്നാണ് പറയുന്നത്? അല്ല, mgയുടെ വാല്യൂ തന്നിട്ടുണ്ട്. 15 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ലെങ്ത് എത്രയാണ് തന്നേക്കുന്ന മക്കൾ തന്നെ പറ? 30 സെൻറ്റിമീറ്റർ. അപ്പോൾ 3 ഇൻറ്റു 10⁻⁻1. ഓക്കെ അല്ലേടാ? അപ്പോൾ ഇത് 3യും 15ഉം കട്ട് ചെയ്യുമ്പോൾ 5/2 പറഞ്ഞോളൂ 2.5. ശരിയല്ലേ? ഇൻറ്റു 10⁻². അപ്പോൾ 0.0125. അത്രയുള്ള ഒരു ആൻസറേ ഉള്ളൂ. വേറൊന്നും ആലോചിക്കാനില്ല. ഒന്നുകൂടി പറയും. 0.025. ഓപ്ഷൻ ഡി. 0.025. ഓപ്ഷൻ ഡി അല്ലേ? അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല, ആലോചിക്കേണ്ട. അപ്പോൾ ഇക്വിലിബ്രിയം ടൈപ്പ്. എടാ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഇക്വിലിബ്രിയം ടൈപ്പിൻ്റെ ഇക്വേഷൻ എന്താ? mg ഈസ് ഈക്വൽ ടു QE. മൂവിങ് ചാർജസിലെ ഇക്വിലിബ്രിയം ടൈപ്പിൻ്റെ ഇക്വേഷൻ എന്താ? mg ഈസ് ഈക്വൽ ടു ILB. EMIയിലെ ഇക്വിലിബ്രിയം ടൈപ്പിൻ്റെ ഇക്വേഷൻ എന്താ? mg ഈസ് ഈക്വൽ ടു പറഞ്ഞോ B² L² R ഡിവൈഡഡ് ബൈ 2. പറഞ്ഞോ.
ബി സ്ക്വയർ എൽ സ്ക്വയർ വി ഡിവൈഡഡ് ബൈ 2 ശരിയല്ലേ, വി ഡിവൈഡഡ് ബൈ 6. അപ്പോൾ അങ്ങനെ ഇക്വിലിബ്രിയം ടൈപ്പ് ഇഷ്ടം പോലെ സ്ഥലത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് ഒരു വലിയ ചാപ്റ്ററാണ്. അതിൻ്റെ ലൈവുകൾ ഒത്തിരി നമ്മൾ നടത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഈ അടുത്ത ഫേസിൽ വരാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയേക്കുന്നത്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അടുത്ത തെർമൽ പ്രോപ്പർട്ടീസ്. തെർമൽ പ്രോപ്പർട്ടീസിൽ നിന്ന് നിങ്ങൾ തന്നെ പറ, ഏത് പ്രോബ്ലമാണ് നിങ്ങൾ പ്രതീക്ഷിക്കാൻ പോകുന്നത്? ആദ്യമേ തന്നെ പ്രതീക്ഷിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ കിടപ്പുണ്ടാകാം. നോക്കട്ടെ, ടെമ്പറേച്ചർ സ്കെയിൽസ് സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ. ഒരു സ്ലൈഡ് അവിടെ മിസ്സിംഗ് ആണ്, സ്കെയിൽസ്. ആ സ്കെയിൽസ് വന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ സീരീസ് കോമ്പിനേഷൻ, അവിടെ കറണ്ട് സെയിം കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ, ഇവിടുത്തെ തെർമൽ കറണ്ട് സെയിം ഏതിൽ? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ, നമ്മുടെ ഹീറ്റിൽ. കലോറിമെട്രിയുടെ ആ സ്ലൈഡിൻ്റെ ആ സ്ലൈഡ് മിസ്സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം വേണ്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ പാരലൽ കോമ്പിനേഷനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ് ഇവിടെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ. ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, കറണ്ട് ഇലക്ട്രിസിറ്റി ആയിട്ടുള്ള അനലോഗി കണ്ടോ, ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക്കലും തെർമലിലും എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ അത് പഠിക്കാം കണ്ടോ. ഇവിടെയൊക്കെ ഷോർട്ട് ഇക്വേഷൻസ് ഇഷ്ടംപോലെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ. തെർമൽ ഹീറ്റ്, തെർമൽ കറണ്ടിൻ്റെ ഇക്വേഷൻ, അതുപോലെ തന്നെ സമ്മേഷൻ തീറ്റ ഡിവൈഡഡ് ബൈ സമ്മേഷൻ 1/6, അതുമെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെയുണ്ട് കണ്ടോ. അടിപൊളിയായിട്ട് പഠിച്ചോണം. പാരൽ കോമ്പിനേഷൻ്റെ എല്ലാ ഇക്വേഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ ഫേസിൽ ഏതോ ഒരു ഷിഫ്റ്റിൽ മാത്രം വന്നിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഫേസിൽ നമുക്ക് അൺനോൺ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഷിഫ്റ്റിൽ ഇപ്രാവശ്യവും വരാനായിട്ട് ചാൻസ് ഉണ്ട്. കണ്ടോ, ടെമ്പറേച്ചർ സ്കെയിൽ എക്സിൽ ബോയിലിംഗ് പോയിൻറ്റും തന്നിട്ടുണ്ട്, ഐസ് പോയിൻറ്റും തന്നിട്ടുണ്ട് എക്സിൽ. ഇക്വലൻ്റ് ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ടു നമുക്ക് നോൺ ടെമ്പറേച്ചർ -95 ആണ്. അത് ഏത് സ്കെയിലാണ്? ഫാരൻഹീറ്റ് സ്കെയിലാണ്. ഫാരൻഹീറ്റ് സ്കെയിലിൽ ബോയിലിംഗ് പോയിൻറ്റ് 212 ആണ്. അതുപോലെ തന്നെ മെൽറ്റിംഗ് പോയിൻറ്റ് 32 ആണ്. അപ്പോൾ ഇട്ട് കൊടുത്താൽ ആൻസർ കിട്ടും. എക്സ് ആണ് നമുക്ക് ഫാരൻഹീറ്റ് നമുക്കറിയാം. എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക, ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ശരിയല്ലേ? എക്സിലെ നോൺ ടെമ്പറേച്ചർ -95 ആണ്. ഓക്കെ, അപ്പം -95 ശ്രദ്ധിച്ചിരിക്കുക. -95 മൈനസ് അവിടുത്തെ LFP എത്രയാണ്? -15. ആ ഡബിൾ മൈനസിൻ്റെ കാര്യം വിട്ടുപോകരുത്. ഡിവൈഡഡ് ബൈ അവിടുത്തെ 65 മൈനസ് വീണ്ടും -15 ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് മൈനസ് ലോവർ ഡിവൈഡഡ് ബൈ അപ്പർ മൈനസ് ലോവർ. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് -148 ഡിഗ്രി ഫാരൻ എന്ന് കിട്ടും. അതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോടാ? അപ്പോൾ നിങ്ങൾ ഏതൊരു തെർമോമീറ്റർ സ്കെയിലിലെ അൺനോണും ഒരു നോൺ നമുക്കറിയാമെങ്കിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇക്വേഷൻ പഠിച്ചുകൊണ്ട് പോകണം. ഈ അടുത്ത ഫേസ് 2 ഏതെങ്കിലും ഒരു ഷിഫ്റ്റിലെ കുട്ടിക്ക് ഇത് കിട്ടിയിരിക്കും. ഇനി കഴിഞ്ഞ ഫേസിൽ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം, തെർമൽ കണ്ടക്ടിവിറ്റിയിൽ നിന്ന്. നമുക്കറിയാം ഇതെന്ത് കോമ്പിനേഷനാണ് മക്കൾ തന്നെ പറ. സീരീസ് കോമ്പിനേഷനാണ്. എടാ മൈനസിൻ്റെ കാര്യം മറന്നു പോരുത് ഡാർവിൻ. ഓക്കെ, തെർമൽ കണ്ടക്ടിവിറ്റി സീരീസിൽ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ കറണ്ട് സെയിം ആണ്, ഇവിടെ തെർമൽ കറണ്ട് സെയിം ആണ്. അപ്പോൾ H1 ഈക്വൽ ടു എന്തായിരിക്കും എന്നാണ് പറയുന്നത്? H2 ആയിരിക്കും. എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? KA ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ T. ശരിയല്ലേ? അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ സെയിം ആണ്. ഇവിടെ എന്തൊക്കെയാണ്? പറയൂ. ഡിസ്റ്റൻസ്. അപ്പോൾ H1 ഈക്വൽ ടു H2 ആണെങ്കിൽ ആദ്യത്തെ K എത്രയാണ്? 3K. ഏരിയ സെയിം. ഡെൽറ്റ തീറ്റ എന്ന് പറയുന്ന θ2 മൈനസ് തീറ്റ, ഇത് തീറ്റയായിട്ട് നമ്മൾ എടുത്തു. ഡിവൈഡഡ് ബൈ അവിടുത്തെ തിക്നെസ് D ആണ്. ഈസ് ഈക്വൽ ടു K, പിന്നെ എന്തുണ്ട്? A, പിന്നെ എന്തുണ്ട്? തീറ്റ മൈനസ് θ1 ഡിവൈഡഡ് ബൈ അവിടുത്തെ തിക്നെസ് 3D ആണ്. K ക്യാൻസൽ, A ക്യാൻസൽ, D ക്യാൻസൽ. അപ്പം 9θ2 മൈനസ് 9θ ഈസ് ഈക്വൽ ടു തീറ്റ മൈനസ് θ1.
അങ്ങനെയാണെങ്കിൽ 10 തീറ്റ ഈസ് ഈക്വൽ ടു 9 തീറ്റ 2 പ്ലസ് തീറ്റ 1. Therefore തീറ്റ ഈസ് ഈക്വൽ ടു 9 തീറ്റ 2 ഡിവൈഡഡ് ബൈ 10 പ്ലസ് തീറ്റ 1 ഡിവൈഡഡ് ബൈ 10. ഉണ്ടോ എന്ന് നോക്കാം. 9 തീറ്റ 2 ഡിവൈഡഡ് ബൈ 10 തീറ്റ 1 ഡിവൈഡഡ് ബൈ 10 ഉണ്ട്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ. അപ്പോൾ ഇത് കഴിഞ്ഞ ഫേസിൽ വന്നിട്ടില്ല, അതുകൊണ്ട് വരാനായിട്ട് മാക്സിമം പോസിബിലിറ്റി ഉണ്ട്, ചാൻസ് ഉണ്ട്. ശരിയല്ലടാ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനോട് ടാറ്റ പറയാം. അടുത്ത തെർമോഡൈനാമിക്സിൽ നല്ല ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമുക്കറിയാം കൈനറ്റിക് തിയറി തെർമോഡൈനാമിക്സിനെയും തെർമൽ പ്രോപ്പർട്ടീസിനെയും അങ്ങ് അമർത്തി കളഞ്ഞു. എല്ലാ ഫേസിലും ആ ഫേസിലെ എല്ലാ ഷിഫ്റ്റുകളിലും കൈനറ്റിക് തിയറി എന്നായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്, നമുക്കറിയാം. അതുകൊണ്ട് വലിയ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കാണുന്നില്ല. പിന്നെ ഈ ഐസോതെർമലിൻ്റെയും അഡിയാബാറ്റിക്കിൻ്റെ ഇക്വേഷൻ പഠിക്കാൻ ഇച്ചിരി പാടാ. ഏരിയ, അതുപോലെ തന്നെ ഈ കർവുകൾ, എക്സ്പാൻഷൻ കർവുകൾ പഠിച്ചു വച്ചേക്കണം. അതുപോലെ തന്നെ കംപ്രഷൻ കർവുകൾ, ആ കർവ് കാണുമ്പോൾ തന്നെ മക്കൾ ശ്രദ്ധിക്ക്. ഐസോബാറിക് ഏതാ? ഐസോബാറിക് എക്സ്പാൻഷനിൽ, ഐസോകോറിക്, പിന്നെ അഡേബാറ്റിക് എന്ന് പറയുമ്പോൾ സഡൻ, അതുപോലെ തന്നെ ഐസോതെർമൽ എന്ന് പറയുമ്പോൾ സ്മൂത്ത്. അപ്പോൾ അങ്ങനെയുള്ള കർവുകളിൽ ഏരിയ എടുക്കുന്നത് എങ്ങനെയാണെന്നെല്ലാം ഒന്ന് നോക്കിയിട്ട് പോയാൽ വെറുതെ ഒരു 4 മാർക്ക് പോക്കറ്റിലേക്ക് നമുക്ക് കൊണ്ടുപോരാം. അടുത്ത ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുമ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് പോരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കുറച്ചുണ്ട്. പിന്നെ ഹീറ്റ് എഞ്ചിൻ നമുക്ക് വേണ്ട. അപ്പോൾ അത്രയും കാര്യങ്ങൾ. ഇവിടുത്തെ ഏരിയ ഒന്ന് പറഞ്ഞു നോക്കിയേ മക്കൾ, ഇതിൻ്റെ ഡിഫറൻസ് എത്രയാ മക്കൾ പറഞ്ഞോളൂ. ഇതിൻ്റെ ഡിഫറൻസ് എത്രയാ? ശ്രദ്ധിക്കുക. 4ഉം 2ഉം പറഞ്ഞു. 2/2 1. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ആണ് ആൻസർ. കണ്ടോ? ഏതെങ്കിലും ഒരു സൈഡിനെ ഈവൻ നമ്പർ ആയിട്ടുള്ള ഒരു സൈഡ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഹാഫ് BH ചെയ്യാനുള്ള ഏറ്റവും ട്രിക്കി മെത്തേഡ് മനസ്സിലായോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഹാഫ് BH. ഈ ഹാഫ് ഏതെങ്കിലും ഒരെണ്ണത്തിന് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇട്ട് കൊടുത്ത ഇവിടുത്തെ 2ന് ഈ ഹാഫ് ഇട്ട് കൊടുത്തു, അപ്പോൾ 1 മാറി. അപ്പോൾ മറ്റതിൻ്റെ ഡിഫറൻസ് മാത്രം എടുത്താൽ മതി. 400 - 100 എന്ന് പറയുമ്പോൾ എത്രയാ? 300. ഓക്കെ ആണോടാ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയിരിക്കുക. ഇനീഷ്യൽ പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട് ആൻഡ് വോളിയം P0 V0. ഫൈനൽ പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പക്ഷേ ഫൈനൽ വോളിയം V0/4 ആണ്. ഇവിടെ ഒരു ട്രിക്കി വേർഡ് ഉണ്ട്, സഡൻലി. അപ്പോൾ പ്രോസസ്സ് എന്താന്ന് പറ? അഡിയാബാറ്റിക്. എന്താണ് പ്രോസസ്സ്? അഡിയാബാറ്റിക്കിൻ്റെ ഇക്വേഷൻ എന്താ? PV/γ = a constant. PV/γ = എന്തുകൊണ്ടാണ്? പിയും വിയും ഉള്ള ഇക്വേഷൻ അതാണ്. അപ്പോൾ P1 V1/γ = P2 V2/γ. P0 V0/γ = P2 V0/4 the whole raised to gamma. V0 കട്ട്. അപ്പോൾ P0 = P2 1/4 raised to gamma. അപ്പോൾ P2 = P0 4/γ. P0 അടിപൊളിയാണോടാ? ബി. ദേ കണ്ടോ, ആൻസർ അടിച്ചു കഴിഞ്ഞു. ഒത്തിരി കുട്ടികൾ ആൻസർ ചെയ്യുന്നുണ്ട്. അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. എൻ്റെ കുഞ്ഞുങ്ങൾക്കറിയാം എ എന്ന് പറയുന്നത് എന്താണ്? ഐസോബാറിക്. ഡി എന്ന് പറയുന്നത് എന്താ? ഐസോകോറിക്. ബി എന്ന് പറയുന്നത് എന്താണ്? ഐസോതെർമൽ. സി എന്ന് പറയുന്നത് എന്താണ്? അഡിയാബാറ്റിക്, സഡൻ ആയതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ നിങ്ങൾ നോക്കിയെടുത്താൽ മതി. ആദ്യത്തെ തന്നെ ഡി ആണ്. ഏതാണ്? ഐസോകോറിക് ഡി ആണ്. ഇനി ലാസ്റ്റ് കൂടി നോക്കിയാൽ മതി. ലാസ്റ്റ് എന്താണ്? അഡിയാബാറ്റിക് സി ആണ്. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും? ഡി ആയിരിക്കും. നമ്മൾ മൈൻഡ് മാപ്പ് ചെയ്യാൻ നിങ്ങളെ കാണിച്ചു തന്നു. എല്ലാം സൈലത്തിൻ്റെ മെറ്റീരിയലുണ്ട്, ഒന്നും സൈലത്തിൻ്റെ മെറ്റീരിയൽ ഇല്ലാതെ ഇല്ല. ഇതെല്ലാം പല ആവർത്തിയാണ് ഞങ്ങൾ ക്ലാസ് റൂമിൽ ഡെലിവറി ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് വളരെ മെച്ചമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ഓക്കെ. അപ്പോൾ നമുക്ക് അത്യാവശ്യം തെർമൽ പ്രോപ്പർട്ടീസും തെർമോഡൈനാമിക്സും
അത്ര വലിയ ഒരു ഇതായിട്ട് ഫേസ് 1 ഞങ്ങൾ കണ്ടില്ല. അതേസമയം കൈനറ്റിക് തിയറി, RMS വെലോസിറ്റി, അതുപോലെ മീൻ ഫ്രീ പാത്ത് ഒരിടത്തേ ചോദിച്ചുള്ളൂ, അത് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = nRT വെച്ചുകൊണ്ട് തിരിച്ചും മറിച്ചുള്ള കളികൾ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു അസർഷൻ റീസണിൽ കൈനറ്റിക് തിയറിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ തരാം. അതെല്ലാമാണ് നമുക്ക് എവിടെ വരാൻ ചാൻസ് കൂടുതൽ, കൈനറ്റിക് തിയറി വരാൻ ചാൻസ് കൂടുതൽ. എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൂട്ട് മീൻ സ്ക്വയർ നമുക്കറിയാം, RMS എന്ന് പറയുന്നത് √3RT/m ആണ്. അത് ക്യാപിറ്റൽ M ആണ്. അതേസമയം സ്മോൾ ലെറ്റർ ആകുമ്പോൾ KB ആകും. ശരിയല്ലേ? ആ RTക്ക് പകരം PV ഇട്ട് കൊടുക്കാം. പക്ഷേ അത് നമുക്ക് സ്റ്റാൻഡേർഡ് അല്ല. P മാറുമ്പോൾ V മാറും. പക്ഷേ RT ഇട്ട് കൊടുത്താൽ R കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് Tന് മാത്രമേ ഡിപ്പെൻഡബിൾ ആവുള്ളൂ. ക്യാപിറ്റൽ എമ്മും ഒരു ഗ്യാസിന് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കൊടുക്കുന്ന VRMSൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് √3RT/ എന്താണ്, ക്യാപിറ്റൽ M ആണ്. അതുപോലെ തന്നെ V മോസ്റ്റ് പ്രോബബിൾ 3ക്ക് പകരം 2 ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ V ആവറേജ് എന്ന് പറയുന്നത് 3ക്ക് പകരം 8/π ഇട്ട് കൊടുക്കുക. ഒരു ലോജിക്കലി ചിന്തിച്ചാൽ ഈ ചാപ്റ്ററിലെ പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് അതും കൂട്ടത്തിൽ പോരും. ഈ ഓരോരോ ചെറിയ ചെറിയ നിക്ഷേപങ്ങളാണ് നമ്മുടെ പെർസെൻറ്റേജിൽ നമുക്ക് NIITയിലേക്കോ IITയിലേക്കുള്ള വാതിൽ തുറന്നു തരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാണ്ട് എല്ലാം കൂടി ഒന്നിച്ചങ്ങ് കളക്ട് ചെയ്യല്ല ചെയ്യണത്. ഓരോന്ന് നമ്മുടേതായ സൗകര്യത്തിൽ നമ്മൾ കീശയിലാക്കുക, പോക്കറ്റിലാക്കുക. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മെറ്റീരിയലിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ നോക്കിയേ. 2023 ഒരു ക്വസ്റ്റ്യനാണ്. 2023 2024 നമ്മൾ ഓൾറെഡി കഴിഞ്ഞു, എല്ലാം ചെയ്തായിരുന്നു കേട്ടോ. For 3 low density gases ABC, pressure varies, temperature graphs are plotted while keeping them at a constant volume. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം ആണ്. അപ്പം P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T ആണ്. അപ്പോൾ P എന്ന് പറയുന്നത് 0 ആകുമ്പോൾ T എന്ന് പറയുന്നതും 0 ആകണം. അപ്പോൾ 0 കെൽവിനാണ്. 0 കെൽവിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്ഷൻ കിടക്കുന്നത് എവിടെയാണ്? ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ കെൽവിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുമ്പോൾ എൻ്റെ മക്കൾക്ക് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞു. എന്താണ് ഓപ്ഷൻ? മക്കൾ പറ -273 ഡിഗ്രി സെൽഷ്യസ്. എങ്ങനെയുണ്ട് ഗേലൂസാഗ്ലോ? എന്താ അബ്സല്യൂട്ട് 0. വെരി ഗുഡ്, അത് തന്നെ. അപ്പം നമുക്കറിയാം P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T. അപ്പോൾ വെനെവർ P is 0, T must be 0 in Kelvin. ഈ ചാപ്റ്ററിലെല്ലാം ടീകളെല്ലാം പറയുന്നത് കെൽവിൻ സ്കെയിലാണ്. അപ്പോൾ കെൽവിൻ സ്കെയിൽ ഇവൻ 0 എന്ന് പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുമ്പോൾ എത്രയാ? 273. ഓക്കെ അല്ലേടാ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഫ്ലാസ്ക് കണ്ടെയ്ൻ ഹൈഡ്രജൻ ആൻഡ് ആർഗൺ അറ്റ് ദ റേഷ്യോ മാസ്, ടെമ്പറേച്ചർ, ദ റേഷ്യോ ഓഫ് ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ. എൻ്റെ മക്കൾ ഈ ക്വസ്റ്റ്യൻ ഫേസ് 1 ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ ഞാനത് ഡിസ്കസ് ചെയ്തതാണ്. ഒരു ഗ്യാസിൻ്റെ പ്രോപ്പർട്ടിയാണ് എല്ലാ ടെമ്പറേച്ചറിനെയും നമ്പറും മാസിനെയും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. എന്തോന്ന്? ആവറേജ് കൈനറ്റിക് എനർജി. അങ്ങനെയായിരുന്നു കഴിഞ്ഞ ഫേസിലെ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത കുട്ടികളൊന്ന് കൈമാണിച്ച കഴിഞ്ഞ ഫേസിൽ ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ആവറേജ് കൈനറ്റിക് എനർജി. ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഒരു ഓപ്ഷനായിരുന്നു കഴിഞ്ഞ ഫേസിൽ ഒരു ക്വസ്റ്റ്യനായിട്ട്. ഗ്യാസുകൾക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് എന്താണ്? ആവറേജ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ആവറേജ് കൈനറ്റിക് എനർജി എന്താ? സെയിം ആണ്. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ എന്ത് വരും? 1:1 വരും. ഓക്കെ ആണോ? ശരിയല്ലേ? അപ്പോൾ ഇത് 1:1 കഴിഞ്ഞ ഫേസിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയേക്കാം. The temperature at which kinetic energy of oxygen molecule become double the value at 27 degrees Celsius. അപ്പോൾ കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് തന്നെ ചെയ്തേക്കാം. കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അപ്പോൾ കൈനറ്റിക് എനർജി 2 ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി 1 ഈക്വൽ ടു T2/T1 ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി 2 എന്ന് പറഞ്ഞാൽ 2 ടൈംസ് കൈനറ്റിക് എനർജി 1 ആണ്. ഈസി ഈക്വൽ ടു T2 എന്ന് പറയുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. T1 എത്രയാണ്? 27 എന്ന് പറയുമ്പോൾ 300 കെൽവിൻ. കൈനറ്റിക് എനർജിയും വെട്ടി. അപ്പോൾ T2 ഈസ് ഈക്വൽ ടു മക്കൾ പറയാം 600 കെൽവിൻ. ഈ 273 മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും പറ? 7 2 327 ഉണ്ട്. ഓപ്ഷൻ ഉണ്ട്. അടിപൊളിയായിട്ട് ചെയ്തോണം. കൈനറ്റിക് എനർജി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യണത്? 3/2 RT എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യണത് F/2 kBT. F/2 കോൺസ്റ്റൻറ്റ്, KB കോൺസ്റ്റൻറ്റ്. അപ്പോൾ കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ ആണെങ്കിൽ മുന്നോട്ട് പോകാം. അടുത്തൊരു ക്വസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. ടീച്ചേഴ്സ് വെയിറ്റിംഗ് ആണ്.
ടീച്ചേഴ്സ് വെയിറ്റിംഗ് ആണ്. ദ ടെമ്പറേച്ചർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഇൻക്രീസ്ഡ് ഫ്രം, അപ്പോൾ ഒന്നാമത്തെ കെൽവിൻ എത്രയാ, T1 എത്രയാ, T1 200 കെൽവിൻ, അതുപോലെ തന്നെ T2 800 കെൽവിൻ. ഇതിനു മുമ്പുള്ള 2022 അസർഷൻ റീസൺ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു ഈ പ്രോബ്ലം. അസർഷൻ റീസൺ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. വെലോസിറ്റി ഡബിൾ ചെയ്യും, ശരിയോ തെറ്റോ. അപ്പോൾ അസർഷൻ ഈസ് ട്രൂ, റീസൺ ഈസ് ട്രൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു ഓപ്ഷൻ. കണ്ടോ, വീണ്ടും വീണ്ടും സെയിം ക്വസ്റ്റ്യൻ സെയിം പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. ഇതൊരു പ്രോബ്ലമാണ്. അന്ന് ക്ലാസ്സുകളിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഒരു പ്രോബ്ലം അസർഷൻ റീസണിൽ കയറി വന്നെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ. ഓക്കെ, ശ്രദ്ധിക്കുക. ഈ RMS സ്പീഡ് ഓഫ് ഗ്യാസ് അറ്റ് 200. അപ്പോൾ V1 എത്രയാ, V0 എത്രയായിരുന്നു, V0. അങ്ങനെയാണെങ്കിൽ V2 ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ സി ആണോ? അല്ലല്ലോ. നോക്കിയിരിക്കുക. എന്താ V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു VRMS ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ, എല്ലാവരും കൂടി, VRMS ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് T. അപ്പോൾ V2 ഡിവൈഡഡ് ബൈ V1 ഈക്വൽ ടു റൂട്ട് ഓഫ് T2 ഡിവൈഡഡ് ബൈ T1 അല്ലേ. ഒന്നുകൂടി നോക്കാം, ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കുക. ദ ടെമ്പറേച്ചർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 200 കെൽവിൻ ടു 800 കെൽവിൻ. ദ RMS സ്പീഡ് അറ്റ് 200 കെൽവിൻ ഈസ് V0. അപ്പോൾ V1 V0 ആണ്. പിന്നെ RMS സ്പീഡ് ഓഫ് 800. ഓക്കെ, അപ്പോൾ T2 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 800 ഡിവൈഡഡ് ബൈ 200 ഈസ് ഈക്വൽ ടു റൂട്ട് 4 ഈസ് ഈക്വൽ ടു 2. എങ്ങനെയുണ്ട്, V2 ഈക്വൽ ടു 2V1, V1 V0 ആയ. അപ്പോൾ 2V0 എവിടെ ഓപ്ഷൻ ഡി. മാർക്ക് ചെയ്തോടാ. ഒത്തിരി കുട്ടികൾ. ഓക്കെ, ഇപ്പം മൂടായി വന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇതാണ് സ്പീഡ്. ഈ സ്പീഡിൽ പോകണം. ഫോർ എ ഗിവൺ ഗ്യാസ് അറ്റ് 1 atm. നോക്ക്, RMS സ്പീഡ് ഓഫ് മോളിക്യൂൾ 200 V1 അറ്റ് 127 ഡിഗ്രി സെൽഷ്യസ് അറ്റ് 2 atm 227 ദ RMS സ്പീഡ് ഓഫ് ദ സെയിം മോളിക്യൂൾ. എടാ മക്കളെ, ഇവിടെ നിങ്ങളെ പറ്റിക്കാനാണ് ATM തന്നേക്കണേ. ATM തന്ന വോളിയം കൂടി തരണം, അല്ലെങ്കിൽ നമുക്ക് പണിയാം. നമ്മുടെ ഇക്വേഷൻ എന്താ, VRMS ഈസ് ഈക്വൽ ടു റൂട്ട് 3RT ഡിവൈഡഡ് ബൈ M എന്ന്. 10 ഓക്കെ, സാർ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം RMS സ്പീഡ് എന്ന് പറയുന്നത് എന്താ, റൂട്ട് 3RT ഡിവൈഡഡ് ബൈ M ആണ്. അപ്പോൾ RMS സ്പീഡ് ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. VRMS ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് T. അപ്പോൾ V2 ഡിവൈഡഡ് ബൈ V1 ഈക്വൽ ടു റൂട്ട് T2 ബൈ T1. ആൻസർ പെട്ടെന്ന് പറഞ്ഞു. V2 ഈക്വൽ ടു V1 ഇൻറ്റു റൂട്ട് T2 ബൈ T1 എത്രയാ, T2 500 ഡിവൈഡഡ് ബൈ 400 ഈസ് ഈക്വൽ ടു V1 എത്രയായിരുന്നു, 200 4ൻ്റെ റൂട്ട് 2 റൂട്ട് 5. ശരിയല്ലേ. അപ്പോൾ 100 റൂട്ട് 5 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓസിലേഷൻസ്. സ്ലൈഡിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സി ആണോ ഓപ്ഷൻ? സി തന്നെ ഓപ്ഷൻ. ഓക്കേടാ. ഓക്കെ, ഓസിലേഷൻസിലേക്ക് കിടക്കാം. നോക്കിയിരിക്കാം. എ പാർട്ടിക്കിൾ execute SHM with amplitude A at a time T equal to 0, the position is A by 2 and it moves along the positive X direction. The displacement of the particle at T equal to തന്നിട്ടുണ്ട്. ഫേസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് കണ്ടുപിടിക്കേണ്ടത് പറഞ്ഞേ, ഫേസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒന്നുകൂടി നോക്കിയേക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. A/2 ഈക്വൽ ടു A സൈൻ തീറ്റ. എയും കട്ട് ചെയ്ത് പോയി. അപ്പോൾ തീറ്റയുടെ വാല്യൂ എന്താ, π/6. തീറ്റ എന്ന് പറയുന്നത് എന്താ, ω/T പ്ലസ് ഡെൽറ്റയാണ്, π/6. പക്ഷേ ഈ T എന്ന് പറയുന്നത് എന്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കണേ, 0 കൊടുക്കണം. അപ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും, π/6. ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ എ. ഈ സ്പീഡ് വേണം. ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തത് എ മാസ് 0.9 കിലോഗ്രാം. ഇത് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരാം. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് A1 ആണ്. അതിലേക്ക് ഒരു മാസം കൂടി അറ്റാച്ച് ചെയ്തു, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് A2 ആണ്. അപ്പോൾ A1/A2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇട്ട് കൊടുക്കണം. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ½ കൈനറ്റിക് എനർജിയുടെ എനർജി എന്ന് പറയുന്നത് ½ ഞാനൊരു എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു എമൗണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതെന്തായി, P² ആയി. അപ്പോൾ നമുക്ക് ½ ഈസ് ഈക്വൽ ടു മക്കൾക്കറിയാം ½ P² ഡിവൈഡഡ് ബൈ M ആണ്. ഇതിൽ ഹാഫ് കോൺസ്റ്റൻ്റ് ആണ്, K കോൺസ്റ്റൻ്റ് ആണ്, P² കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ A പ്രൊപ്പോർഷണൽ ടു 1/√M ആണ്. അപ്പോൾ A1/A2 ചെയ്ത് എടുത്തേക്കുക.
അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 16/16 - 1 എന്നാണ്. അപ്പോൾ നമുക്കിവിടെ കിടക്കുന്ന ഓപ്ഷൻ ആൽഫ -1. ആൽഫയുടെ വാല്യൂ എന്തായിരിക്കും? 16 ആയിരിക്കും. ഒന്നുകൂടി സ്ലൈഡ് കിട്ടിക്കഴിയുമ്പോൾ എടുത്ത് നോക്കിയേക്കുക. ഇതിൻ്റെ അകത്തേക്ക് ഒരെണ്ണം കൂടി വെച്ചു, അപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറുമല്ലോ, ഉറപ്പല്ലേ? ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യും? മാറും. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ട എന്തോ ആംഗുലാർ മൊമെൻ്റം എന്തോ ചോദിച്ചുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ റേഷ്യോ മാക്സിമം ആക്സിലറേഷൻ ടു മാക്സിമം ആക്സിലറേഷൻ ടു മാക്സിമം വെലോസിറ്റി. അപ്പം മാക്സിമം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ a⍵², മാക്സിമം വെലോസിറ്റി എന്ന് പറയുമ്പോൾ a⍵. അപ്പോൾ ആൻസർ ഒമേഗയാണ്, അതാണ് 10. t = 0 ഡിസ്പ്ലേസ്മെൻറ്റ് 5 ആണ്. അപ്പോൾ y = a sin ω_t. ω_t 0 ആണ്, പ്ലസ് 5 എന്ന് പറയുന്നത് എത്രയാണ്? π/4 ആണ്. അപ്പോൾ sin π/4 എന്ന് പറയുമ്പോൾ a/√2 കിട്ടി. ഇതാണ് y എത്രയാണ്? 5 ആണ്. അപ്പോൾ a = എത്ര കിട്ടി? 5√2. a കിട്ടി. അങ്ങനെയാണെങ്കിൽ a max എന്ന് പറയുന്നത് a⍵² ആണ്. a എന്ന് പറയുന്നത് എത്രയാണ്? നിങ്ങൾ തന്നെ പറ. 5√2. 5√2 × ω² എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ = 500√2 ആൻസർ. ഓക്കെ അല്ലേടാ? കണ്ടോ, എ എന്ന് പറയുന്നത് എത്രയും നമുക്ക് ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടിയത്? 10 ആയിരുന്നു. അപ്പോൾ നമുക്ക് 500√2 ആൻസർ കിട്ടി. ഓക്കെ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പ്രോബ്ലമാണ്. ഇത് പാരലൽ കോമ്പിനേഷൻ ആണ്. എന്ത് കോമ്പിനേഷൻ ആണ്? ഇത് രണ്ടും പാരലൽ. അപ്പോൾ k1 + k2 ആണ് വരുന്നത്. പീരിയഡിനുള്ള ഇക്വേഷൻ 2π√m/k എഫക്റ്റീവ്. അപ്പോൾ ഇത് പാരലൽ ആയതുകൊണ്ട് k1 + k2. സീരീസ് ആയിരുന്നെങ്കിൽ k1 k2 / k1 + k2 വന്നേനെ. അടുത്തത് വേവ്സ് ആണ്. വേവ്സിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ കുറവായിരുന്നു. കഴിഞ്ഞ ഫേസിൽ വളരെ കുറവായിരുന്നു. എന്താ ചോദിച്ചേക്കുന്നത്? സ്പീഡാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ തന്നേക്കുന്ന മീറ്ററിലും സെക്കൻഡിലുമാണ്. അതിനെ ഒന്ന് ജസ്റ്റ് മാറ്റിയാൽ ആൻസറായി. ഇതാണെന്ത്? ഒമേഗ. ഇതാണെന്ത്? കെ. രണ്ടുപേർക്കും 2π എന്താ? കോമൺ ഫാക്ടറാണ്. അപ്പോൾ v = എന്താ? ω/k. ഒമേഗ എത്രയാ? 160 എടുക്കാം. ഇൻറ്റു 2π ഉണ്ടെന്ന് കരുതിക്കോ. ഡിവൈഡഡ് ബൈ 1/2 × 2π. ഈ 2π × 2π എന്ത് ചെയ്ത് പോയി? കട്ട് ചെയ്ത് പോയി. അപ്പോൾ 320 മീറ്റർ/സെക്കൻഡ്. ഇതിനെ km/h മാറ്റണ്ടേ? അപ്പോൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ആൻസർ നമുക്ക് 1152 ആൻസർ കിട്ടും. km/h ഒന്ന് മാറ്റിയാൽ മാത്രം മതി, വേറൊന്നും നോക്കണ്ട. സെയിം പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം, നമുക്ക് നിർത്താം. നോക്കുക, ഇവിടെ എന്താ? വീണ്ടും വേവ് വെലോസിറ്റിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ തകർത്തോണം കേട്ടോ മക്കളെ. വേവ് വെലോസിറ്റിയാണ്. v = ω/k തന്നെ. ഒമേഗയുടെ സ്ഥാനത്ത് 6 ആണ്. പക്ഷേ ഇവിടെ ഒരുത്തം തന്നേക്കുന്ന സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ k എന്ന് പറയുന്നത് ബൈ സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇൻറ്റു 100 കൂടി കയറി വരും. അപ്പോൾ 0.003 × 100 കയറി വരും. അപ്പോൾ എത്ര വരും? ആൻസർ ഐ തിങ്ക് ഇറ്റ് ഈസ് 20 വരുമായിരിക്കും. ഓക്കെ, 20 വരുമായിരിക്കും. 6/3 10⁻⁻1 അടിയിലുണ്ട്. അത് മേളി വരുമ്പോൾ എന്തായി? ഓക്കേടാ 20 m/s. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കിയേക്കാം. എ സ്റ്റീൽ വയർ ഓഫ് മാസ്. അപ്പം മാസ് പെർ യൂണിറ്റ് ലെങ്ത് തന്നിട്ടുണ്ട് 7 × 10⁻³ ടെൻഷൻ തന്നിട്ടുണ്ട് 70. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിയാണ്. √T/μ ആണെന്ന് അറിയില്ലാത്ത കുട്ടികൾ ക്ലാസ്സിൽ കാണില്ല. = √70 / 7 × 10⁻⁻3. അപ്പോൾ 7ഉം 7ഉം കട്ട് ചെയ്തപ്പോൾ √10⁻⁴. അപ്പോൾ 10⁻². ആൻസർ 100. അടിപൊളിയായിട്ട് ചെയ്തോണം. ആൻസർ 100. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് സെക്ഷൻസ് ഫിനിഷ് ചെയ്തു. ഫസ്റ്റ് ഇയർ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തു. ഞാൻ തന്നെ സെക്കൻഡ് ഇയർ ആദ്യത്തെ പോർഷനായി. അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡ് ഇയർ പോർഷൻ തീരും. അപ്പം സൈലത്തിൻ്റെ JEE മാരത്തോണിൽ പലരും ഒരു സംശയം ചോദിച്ചായിരുന്നു, ടോപ്പിക്ക് മുഴുവൻ എടുക്കുമോ എന്ന്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു ദിവസം കൊണ്ട് ഇത്ര എടുക്കാമെങ്കിൽ ഒരു വർഷം നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? അടിപൊളിയായില്ലായിരുന്നോ? നമുക്ക് നല്ലൊരു ഇതിൽ √T/μ. ശരിയാണ്. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ഫോർ ദ എക്സാം. നാളെ എഴുതുന്ന കുട്ടികൾക്ക് പ്രത്യേക ഒരു പ്രാർത്ഥന, നന്നായിട്ട് ധൈര്യത്തിൽ പോയി എക്സാം എഴുതുക കേട്ടോ. നല്ല കുഞ്ഞുങ്ങളായിട്ട് അപ്പിയർ ചെയ്യുക, അടിപൊളിയായിട്ട് കവർ ചെയ്തോളുക. ഓക്കെ മക്കളെ, താങ്ക് യു. നമുക്ക് എവിടെ വെച്ചെങ്കിലും കാണാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. എനിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. സൈലത്തിനെ പറ്റി എല്ലാവരോടും നിങ്ങൾ അഭിപ്രായം പറയണം. ഓക്കെ, താങ്ക് യു. നല്ല കുട്ടികളായിട്ട് പോയി പരീക്ഷ എഴുതുക. ഒന്നിനെ കൊണ്ടും പേടിക്കണ്ട കേട്ടോ.
ഒന്നിനെ കൊണ്ടും പേടിക്കേണ്ട, നിങ്ങൾക്ക് നല്ലൊരു സീറ്റ് കിട്ടും. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. +1 ഫിസിക്സ് കംപ്ലീറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. +2 ക്ലാസ്സിലെ കുറേ ഭാഗങ്ങൾ NBK സാറും പറഞ്ഞിട്ടുണ്ട്. ഇനി മാത്സിൻ്റെ ഊഴമാണ്. ഒറ്റ സെക്കൻഡ് മക്കളെ. അപ്പോൾ ഇനി മാത്സിൻ്റെ ഊഴമാണ്. അനന്തു, എല്ലാവരും ഉണ്ടല്ലേ, നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർ. ഡാർവിനുണ്ട്, അനന്തമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുമില്ല, കുറച്ച് ചാപ്റ്റേഴ്സിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും തയ്യാറായിരിക്കുക. നമുക്ക് കഴിഞ്ഞകാല അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെച്ചുകൊള്ളണം. ഞാനൊന്ന് പേജ് സെറ്റ് ചെയ്തോട്ടെ. ഓക്കെ, ഇല്ല മോനെ. അപ്പോൾ നമുക്ക് നോക്കാം. ഡാർവിൻ അനന്ത്. അപ്പോൾ കേൾക്കാമല്ലോ, കാണാമല്ലോ, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലെ അതേപോലെ ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷിയേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്, സീക്വൻസ് ആൻഡ് സീരീസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇത്രയും ചാപ്റ്റേഴ്സിൽ നമുക്ക് അടുത്ത നാളെ മുതൽ നടക്കാൻ പോകുന്ന എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തന്നിരിക്കുന്ന സമയം വളരെ കുറവാണ്, നമുക്ക് നോക്കാം അല്ലേ. ആദ്യം തന്നെ സീക്വൻസ് എന്ന ചാപ്റ്റർ എടുക്കാം. അപ്പോൾ സീക്വൻസ് എന്ന ചാപ്റ്ററിൽ കഴിഞ്ഞ ഫേസിൽ നമുക്കറിയാം 2 ക്വസ്റ്റ്യനോളം പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ളൊരു ചാപ്റ്ററാണ് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സീക്വൻസ് ആൻഡ് സീരീസിലെ ഒരു ആദ്യ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കാൻ പോകുന്നു. ലെറ്റ് Sn denote the sum of first n terms of an AP. APയുടെ ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മാണ് Sn. ദെൻ S4 ഈക്വൽ ടു 16, S6 ഈക്വൽ ടു -48. ദെൻ S10 എന്താണെന്നാണ് ചോദിച്ചത്. S4ഉം S6ഉം തന്നിട്ടുണ്ട്. S6ഉം തന്നിട്ടുണ്ട് അല്ലേ. സാധാരണ കേസുകളിൽ സമ്മ് കാണാൻ നമ്മൾ വളരെ എളുപ്പത്തിലൊരു ഇക്വേഷൻ എഴുതാറുണ്ട്. സം ടു n ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഫോമിലാണ് അതിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഫോം വരിക? α(n² + βn) എന്നാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ S4 അല്ലേ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത്. S4 എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് 4 ടേംസാ അല്ലേ. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 4 ആയതുകൊണ്ട് 4² 16 ആണ്. ഇതിനെങ്ങനെ എഴുതാം? 16α + 4β എന്ന് എഴുതാം. ഇതേപോലെ സം ഓഫ് ഫസ്റ്റ് 6 ടേം തന്നിട്ടുണ്ട്. n 6 ആണ് അല്ലേ. അതുകൊണ്ട് x6 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പറയാം? 36α + 6β എന്ന് പറയാം. ഇതവിടെ കിടക്കട്ടെ. എന്താ മക്കളോട് കാണാൻ പറഞ്ഞേ? S10 ആണല്ലോ. ഇതേ മെത്തേഡിൽ S10നെ കുറിച്ച് പറയുമ്പോൾ 10 ആണ്. 10² എന്ന് പറഞ്ഞാൽ 100 ആണ്. 100α + 10β എന്ന് എഴുതാം. കൂടെ ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഈ 2 ഇക്വേഷനും അതായത് S4ഉം S6ഉം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കിട്ടണം? ഈ S10 കിട്ടണം. അതിന് നിങ്ങൾ നോക്കിക്കോളെ. അതായത് ഇത് 2 സബ്സ്ട്രാക്ട് ചെയ്ത് നോക്ക്. അതായത് S6 മൈനസ് S എത്രയാണ്? 4 എത്രയാണെന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്ക്. ഇതിൻ്റെ റൈറ്റ് സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണെന്ന്. S4 എന്ന് പറഞ്ഞാൽ 16 ആണ്. അതേപോലെ S6 എന്ന് പറഞ്ഞാൽ -48 ആണെന്ന് തന്നെയല്ലേ. അങ്ങനെ ഡിഫറൻസ് കാണുമ്പോൾ 36 - 16 എന്ന് പറഞ്ഞാൽ 20α പ്ലസ് എന്ത് കിട്ടി? 2β എന്ന് കിട്ടും. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താ കിട്ടുക? -64 എന്ന് കിട്ടും. ഇതല്ലേ കിട്ടുക. നോക്കണേ, 20α + 2βൻ്റെ അകത്ത് 2 കോമൺ ആണ്. 2 കോമൺ ഔട്ട് ചെയ്തല്ല, അല്ലെങ്കിൽ എല്ലാത്തിനും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എന്താ കിട്ടുക? 10α + β ഈക്വൽ ടു -38 എന്ന് കിട്ടൂലേ മക്കളെ അല്ലേ. കാണേണ്ടത് S10 ആണല്ലോ. S10 എന്ന് പറഞ്ഞാൽ 100α അല്ലേ അല്ലേ. അതായത് 100α + 10β അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതിനകത്ത് 10 കോമൺ ഔട്ട് ചെയ്താൽ 10 ×
10 ആൽഫ പ്ലസ് ബീറ്റ എന്ന് കിട്ടുമല്ലോ. ദാറ്റ് മീൻസ് 10 ഇൻറ്റു 10 ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ -32 ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. സോ ആൻസർ ആയല്ലോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻസർ എത്ര കിട്ടി? -320 എന്ന് കിട്ടി. സി ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കി വെച്ചോളണം. പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി വെച്ചോളണം. അതായത് സം എഴുതുമ്പോൾ ആ സം എല്ലായ്പ്പോഴും, അതായത് എ പിയുടെ സം എല്ലായ്പ്പോഴും സെന്നാണ് കാണണ്ടെങ്കിൽ അത് ഏത് ഫോമിലാണ് ഉണ്ടാവുക? സം ആൽഫ എൻ സ്ക്വയർ പ്ലസ് ബീറ്റ എൻ എന്ന ഫോമിലാണ് ഉണ്ടാവുക. അത് ഓർത്ത് വെച്ചോളണം അല്ലേ. ഇവിടെ ഡി ആരാണെന്ന് പറഞ്ഞാൽ 2 ആൽഫ ആണെന്നൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. എ എൻ ആരാണെന്ന് പറഞ്ഞാൽ 2n - 1 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റി ആണെന്നൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് മറന്നു പോകരുത് കേട്ടോ. എ എൻ കാണാനുള്ള ഇക്വേഷനും അതേപോലെ മറന്നു പോകാൻ പാടില്ല. എ എൻ എന്ന് പറഞ്ഞാൽ 2n - 1 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എന്ന ഫോമിലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ടൈപ്പ് വന്നു കഴിഞ്ഞാൽ മറക്കാൻ പാടില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്തു കൊള്ളണം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ടോപ്പിക് എടുക്കാം. അടുത്തത് ഇതേപോലെ എല്ലാ ഷിഫ്റ്റിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മക്കൾക്കും അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ അതേപോലെ മോഡ്, പിന്നെ വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതൊക്കെയാണ് അല്ലേ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്ന ഒരു പ്രത്യേകത, ഡയറക്റ്റ് ഡാറ്റ തന്നിട്ട് മീഡിയൻ കാണാൻ ചോദിച്ചിട്ടുണ്ട്. അത് കണ്ടിന്യൂസ് ഫോമിലാണ് ചോദിച്ചത്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 0, 4, 4, 8, 8, 12 എന്ന കണ്ടിന്യൂസ് സീരീസിലുള്ള ഡാറ്റ തന്നിട്ട് മീഡിയൻ എം ആണെന്ന് പറഞ്ഞ് എന്നിട്ട് കാണാൻ ചോദിച്ചത് 10m എന്താണെന്നോ മറ്റോ ആണ് ചോദിച്ചത്. ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ മറന്നു പോകാൻ പാടില്ല. മീഡിയം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താ പഠിച്ചേ? L + n/2 - CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു H ഇത് ഉപയോഗിച്ചുകൊണ്ട്. അതേപോലെ അവിടെ സ്റ്റാറ്റിയിൽ ചോദിക്കുന്നതാണ്, കഴിഞ്ഞ ഫേസിൽ ചോദിച്ചാണ് എന്താണ്? വേരിയൻസ്. ഡിസ്ക്രീറ്റ് ഫോം തന്നിട്ട് വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ. നമുക്കറിയാലോ. വേരിയൻസ് ഇസ് ഈക്വൽ ടു എന്താ പഠിച്ചത്? സിഗ്മ Fx² ബൈ n ക്യാപിറ്റൽ N മൈനസ് സിഗ്മ Fx അല്ലെങ്കിൽ x⁻². ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് ടൈപ്പും എന്ത് തന്നെയാലും നിങ്ങൾ നോക്കി വെച്ചോളാം. മീഡിയനും വേരിയൻസിന് പുറമെ ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിക്കുക, അല്ലെങ്കിൽ മീഡിയൻ വാല്യൂ തന്നിട്ട് എന്ത് ചോദിക്കുക? ഏതെങ്കിലും ഒരു ഫ്രീക്വൻസി മിസ്സിംഗ് ആയിരിക്കും. ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തോ. എന്താ? ദ മീൻ നോക്കണേ. ദ മീൻ ആൻഡ് ദ മീഡിയൻ ഓഫ് ദി ഫോളോയിങ് 10 നമ്പേഴ്സ് ഇൻ ഇൻക്രീസിങ് ഓർഡർ. തന്നിരിക്കുന്ന ഇൻക്രീസിങ് ഓർഡറിലാണ്. 10 ഉണ്ട്, 22 ഉണ്ട്, 26, 29, 34, X, 42, 67, 70, Y. ആർ അതായത് മീൻ തന്നിട്ടുണ്ട് 42 ആണെന്ന്, ആൻഡ് മീഡിയൻ തന്ന് 35. ദെൻ y/x ഈക്വൽ ടു y/x എന്താണെന്നാണ് ചോദിച്ചത് അല്ലേ. എന്താണോ മീൻ തന്നത്? മീൻ x⁻ ഈസ് ഈക്വൽ ടു എത്രയാണെന്ന്? 42 അല്ലേ. ഇവിടെ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആണെങ്കിൽ മീൻ കാണണമെങ്കിൽ എല്ലാം ആഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. നിങ്ങൾ ആഡ് ചെയ്ത് നോക്ക്. എന്തൊക്കെയാണ് കിട്ടുക? 10, 22, 26, 29, 24, 42, 67, 70 എന്ന് പറയുമ്പോൾ അല്ലേ എന്ത് കിട്ടും? 0, വീണ്ടും 0, 300 പ്ലസ് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 10 ഒബ്സർവേഷൻ ആണ്. അതാണ് 42 എന്ന് പറയുന്നത് അല്ലേ. ഇതല്ലേ കിട്ടുക? അതായത് 300 പ്ലസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 420 എന്ന് എഴുതാം. 420 എന്ന് എഴുതാം. ഇതിൽ നിന്ന് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും മക്കളെ? 120 എന്ന് കിട്ടും. നമുക്ക് എക്സും വൈ അല്ലേ വേണ്ടത്? എക്സ് പ്ലസ് വൈ അല്ല വേണ്ടത്, എക്സും വൈ ആ. ഇനിയോ ഇവിടെ എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 10 ഒബ്സർവേഷൻ. അതായത് n എന്ന് പറഞ്ഞാൽ 10 ആണ്, ഈവൺ നമ്പർ ആണ്. നമുക്ക് മീഡിയൻ ആണ് അടുത്ത തന്നത്. മീഡിയൻ എത്രയാണ് തന്നത്? 35 അല്ലേ. അപ്പോൾ n/2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. n/2 എന്ന് പറഞ്ഞാൽ 5 ആണ് കിട്ടുക അല്ലേ. ഈവൺ നമ്പർ ആയതുകൊണ്ട് n/2ൻ്റെയും n/2 + 1ൻ്റെയും ആവറേജ് ആയിരിക്കും മീഡിയൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 5th ഒബ്സർവേഷനിലേ വേണ്ടത്. ഇത് നിങ്ങൾ 5th ഒബ്സർവേഷൻ എടുത്ത് 1, 2, 3, 4, 5. അഞ്ചാമത്തെ ഒബ്സർവേഷൻ 34. ആറാമത്തത് എക്സ്. ഇതിൻ്റെ ആവറേജ് അതാണ് മീഡിയൻ. അത് എത്രയാ? 35 അല്ലേ. അപ്പോൾ 34 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 70 എന്നല്ലേ മക്കളെ കിട്ടുക. സോ എക്സ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും? എക്സ് ഈക്വൽ ടു 36 എന്ന് കിട്ടും.
എക്സ് എത്ര കിട്ടി 36 അല്ലേ. എക്സ് പ്ലസ് വൈ എന്ത് കിട്ടി 120 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ മക്കളെ വൈ എന്താ കിട്ടുക 120 മൈനസ് 36 എന്ന് കിട്ടും. 120 മൈനസ് 36 എന്ന് പറയുമ്പം എത്ര കിട്ടും 84 അല്ലേ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, കാണാൻ ചോദിച്ചത് വൈ ബൈ എക്സ്. ചിലപ്പോൾ എക്സ് പ്ലസ് വൈ ആയിരിക്കും ചോദിക്കുക, ചിലപ്പോൾ എക്സ് ബൈ വൈ ആയിരിക്കും ചോദിക്കുക, ചിലപ്പോൾ 2x മൈനസ് വൈ ആയിരിക്കും ചോദിക്കുക. ആ രീതിയിൽ എന്തു ആകാം ചോദിക്കേണ്ടത് അല്ലേ. അപ്പോൾ വൈ ബൈ എക്സ് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് 84 ഡിവൈഡഡ് ബൈ 36 എന്ന് കിട്ടും. 84 ഡിവൈഡഡ് ബൈ 36 അല്ലേ. സിമ്പിൾ ഫോമിലേക്ക് മാറ്റി എഴുതണ്ടേ. സിമ്പിൾ ഫോമിലേക്ക് മാറ്റി എഴുതുക എന്ന് പറയുമ്പോൾ യെസ് 7 കിട്ടും. 7/3 എന്ന് കിട്ടും. 7/3 ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ നമ്പർ സി അല്ലേ കറക്റ്റ് ആൻസർ. സി അല്ലേ കറക്റ്റ് ആൻസർ. അപ്പോൾ സ്റ്റാറ്റിയിലെ ഒരു ക്വസ്റ്റ്യൻ എന്ത് തന്നെയാലും എളുപ്പമാണ്. വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്ഥിരം പാറ്റേൺ ഉണ്ട് ചോദിക്കുന്നത്. ആ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചുകൊള്ളുക. ഓക്കെ ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? എന്താ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ഒരുപക്ഷെ മുൻ ലൈവുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം അല്ലേ. എന്താ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഡാർവിൻ സർ മുടി വെട്ടിയോ? മുടിയില്ല മോനെ, മുടിയൊക്കെ പോയി. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താ പറയുന്നത്? ലെറ്റ് എഫ് ബി എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ അല്ലേ. ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ സച്ച് ദാറ്റ് തന്നിട്ടുണ്ട്. എന്താ തന്നെ? എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് ഇൻ ഈക്വൽ ടു 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എക്സ് ടി എഫ് ടി ഡി ടി. ഇതാ പിന്നെയോ എഫ് ഓഫ് 1 ഈക്വൽ ടു 2/3 ആണെന്നും തന്നിട്ടുണ്ട്. ദെൻ 18 ഇൻറ്റു എഫ് ഓഫ് 3. 18 ഇൻറ്റു എഫ് ഓഫ് 3. എടാ ഈ എഫ് എന്ന് പറഞ്ഞാലും വൈ എന്ന് പറഞ്ഞാലും സെയിം ആയിട്ടല്ലേ നമ്മൾ എടുക്കാറ്? വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നല്ലേ എടുക്കാറ്? നോക്കണേ, ഞാൻ ഈ ഫംഗ്ഷനാ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യബിൾ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് 2x ഇൻറ്റു എഫ് ഓഫ് എക്സ് അല്ലേ, മൈനസ് എക്സ് ഉണ്ട് ഡെറിവേറ്റീവ് 1. ഇനി റൈറ്റ് സൈഡിലെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4 ഇൻറ്റു അപ്പർ ലിമിറ്റ് എക്സ് അല്ലേ, എക്സ് ഇൻറ്റു എന്താണ്? എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 അല്ലേ. ഇതല്ലേ കിട്ടുക അല്ലേ. ഇതിനെങ്ങനെ മാറ്റി ചെയ്താ? എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് അല്ലേ, പ്ലസ് 2x ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ ആണ്, മൈനസ് 1 ഇസ് ഈക്വൽ ടു 4x ഇൻറ്റു എഫ് ഓഫ് എക്സ് എഴുതാലോ അല്ലേ. ഇത് അറേഞ്ച് ചെയ്താൽ എന്താ കിട്ടുക? ഞാൻ ഒരു സൈഡിൽ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതി. ഇനിയോ 4xy ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യുമ്പം മൈനസ് 2xy എന്ന് കിട്ടും. എന്താ കിട്ടുക? മൈനസ് 2xy എന്ന് കിട്ടും. ഓപ്പോസിറ്റ് സൈഡിൽ 1 എന്ന് കിട്ടും. ലെബനിസ് റൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ലീനിയർ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ ഡി വൈ ബൈ ഡി എക്സിൻ്റെ കൊയഫിഷ്യൻ്റ് 1 ആയിരിക്കണ്ടേ. അപ്പോൾ എല്ലാത്തിനെയും എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താ കിട്ടുക? ഡി വൈ ബൈ ഡി എക്സ് മൈനസ് രണ്ടാമത്തെ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 2/x ഇൻറ്റു വൈ ഈക്വൽ ടു 1/x സ്ക്വയർ എന്ന് കിട്ടും. ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ ആണ് വേണ്ടത്. അത് ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സാ. പി എന്ന് പറഞ്ഞാൽ ആരാ? വൈയുടെ കൊയഫിഷ്യൻ്റാ. വൈയുടെ കൊയഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വരാ? മൈനസ് 2/x ആണ്. മൈനസ് 2/xൻ്റെ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതെന്താ കിട്ടുക? ഇ റൈസ് ടു മൈനസ് 2 log x എന്ന് കിട്ടും. അതായത് 1/x സ്ക്വയർ എന്നാ കിട്ടും. എന്ത് കിട്ടും? ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ 1/x സ്ക്വയർ എന്ന് കിട്ടും. എങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്താ എഴുതാം മക്കളെ? y ഇൻറ്റു ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ 1/x സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ക്യൂ. റൈറ്റ് സൈഡിൽ ആരാ? ക്യൂ എന്ന് പറഞ്ഞാൽ 1/x സ്ക്വയർ ഇൻറ്റു 1/x സ്ക്വയർ. ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ വേണ്ടേ? dx എന്ന് പറഞ്ഞാൽ 1/x⁴. 1/x⁴ ഇൻ്റഗ്രൽ എന്താണോ? 1/x⁴ ഇൻ്റഗ്രൽ എന്താ? മൈനസ് 1/3x³ അല്ലേ, പ്ലസ് എ കോൺസ്റ്റന്റ് c. ഇതല്ലേ കിട്ടാ? y/x² is equal to മൈനസ് 1/3x³ പ്ലസ് c എന്ന് കിട്ടും. കാണേണ്ടത് 18 f of 3 ആണ് കാണേണ്ടത്.
അല്ലേ? അതിന് വേണ്ടിയിട്ട് എന്താ തന്നിരിക്കുന്ന കണ്ടീഷൻ? എഫ് ഓഫ് 1 ഈക്വൽ ടു 2/3 എന്ന് പറയുമ്പോൾ വൈ ഓഫ് 1 ഈക്വൽ ടു 2/3 എന്ന അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എക്സിന് 1 കൊടുക്കുക, വൈക്ക് എന്തും കൊടുക്കുക, 2/3 എന്നും കൊടുക്കുക. എക്സിന് 1ഉം വൈക്ക് 2/3 കൊടുത്താൽ എന്താ കിട്ടുക? 2/3 ഈസ് ഈക്വൽ ടു -1/3 പ്ലസ് സി എന്ന് കിട്ടും അല്ലേ? സിംപ്ലിഫൈ ചെയ്താൽ സിയുടെ വാല്യൂ കിട്ടുമല്ലോ. സി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1. സി 1 ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്തായിട്ട് മാറും? നമ്മുടെ സൊല്യൂഷൻ നോക്കിക്കോ. സൊല്യൂഷൻ എന്തായിട്ട് മാറും? y/x² ഈസ് ഈക്വൽ ടു -1/3x³ പ്ലസ് സി പ്ലസ് 1 എന്ന് പറഞ്ഞാൽ y ഈസ് ഈക്വൽ ടു എല്ലാത്തിനെയും x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ. x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? -1/3x പ്ലസ് x² എന്ന് കിട്ടും. നമ്മളോട് ജനറൽ സൊല്യൂഷൻ അല്ല ചോദിച്ചത്, നമ്മളോട് പർട്ടിക്കുലർ സൊല്യൂഷൻ്റെ കേസിലേക്ക് മാറിയിട്ടുണ്ട്. എന്താ കാണേണ്ടത്? 18 ഇൻറ്റു f(3) ആണ് കാണേണ്ടത്. എന്ന് പറഞ്ഞാൽ 18 ഇൻറ്റു y(3) ആണ് കാണേണ്ടത്. അതിനെന്ത് ചെയ്യണം? ഇവിടെ എക്സിന് എന്ത് കൊടുക്കുക? 3 എന്ന വാല്യൂ കൊടുക്കുക. എക്സിന് 3 എന്ന വാല്യൂ കൊടുത്താൽ വൈക്ക് വൈ തന്നെ കൊടുക്കുക. ലെഫ്റ്റ് സൈഡ് വൈ എന്ന് പറഞ്ഞാൽ y(3) ഈസ് ഈക്വൽ ടു -1/9 പ്ലസ് 3² എന്ന് പറഞ്ഞാൽ 9. 9 9 81 അല്ലടാ. അപ്പോൾ 80/9 എന്ന് കിട്ടും. സർ എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ ഗോപിക MB. ഹായ് ഗോപിക. അപ്പോൾ ഇത് കിട്ടിയല്ലോ. പക്ഷേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ? 18 ഇൻറ്റു y(3) അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? എന്ന് പറഞ്ഞാൽ 18 ഇൻറ്റു 80/9 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 160 എന്ന് ആൻസർ കിട്ടും അല്ലേ? 160 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ നമ്പർ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞ മക്കളോട് സീക്വൻസിൻ്റെ അന്ന് 2 ക്വസ്റ്റ്യൻ, സ്റ്റാർട്ടിയിൽ നിന്ന് എന്ത് തന്നെയാലും ഒരു ക്വസ്റ്റ്യൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഒരു ഫോം മറന്നു പോകാൻ പാടില്ല. ഓക്കെ ആണല്ലോ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കാം. എന്താ പറയുന്നത്? ഡാർവിനെ 160 എന്നുള്ള ആൻസർ എന്താ പറഞ്ഞത്? എ സ്പെറിക്കൽ അയൺ ബോൾ. നോക്കണേ, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. അപ്ലിക്കേഷൻ ഓഫ് ഞാൻ ആദിൽ എഫ്. ആദിലെ വണക്കം. നോക്കണേ, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന ചാപ്റ്ററിൽ എ സ്പെറിക്കൽ അയൺ ബോൾ ഓഫ് 10 centimeter റേഡിയസ് ഈസ് കോട്ടഡ് വിത്ത് എ ലെയർ ഓഫ് ഐസ് ഓഫ് യൂണിഫോം തിക്നെസ് ദാറ്റ് മെൽറ്റ്സ് അറ്റ് ദി റേറ്റ് ഓഫ് 50 cm³ per minute. എന്താ പറയുന്നത്? ഒരു സ്പെറിക്കൽ അയൺ അല്ലേ, സ്പിയർ ഫോമിൽ. ഇനിയോ അതിൻ്റെ പുറമോടിയിൽ എന്ത് കോട്ട് ചെയ്തിട്ടുണ്ട്? ഐസ് ലെയർ കോട്ട് ചെയ്തിട്ടുണ്ട്. നോക്കണേ, ഐസ് ലെയർ കോട്ട് ചെയ്തിട്ടുണ്ട് ലൈക്ക് ദിസ്. ഈ ഫോമിൽ ഐസ് ലെയർ കോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക അല്ലേ? ഐസ് ലെയർ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്? യൂണിഫോം തിക്നെസ് യൂണിഫോം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയോ ആ തിക്നെസ് യൂണിഫോം ആണെന്ന് പറഞ്ഞത് കൊണ്ട് ഇത് സെൻറ്ററിലേ വരുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ എന്താണെന്നാണ് പറഞ്ഞാൽ 10 അല്ലേ പറയുന്നത്. അപ്പോൾ ഈ യൂണിഫോം തിക്നെസ് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുത്തോ. അതായത് തിക്നെസ് ഓഫ് ഐസ്, ഐസിൻ്റെ തിക്നെസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ്. അപ്പോൾ ഇത് എക്സ്. അപ്പോൾ മൊത്തം ഇവിടെ എന്താ കിട്ടുക? 10 + x എന്ന് കിട്ടും അല്ലേ? ഇനി എന്താ പറയുന്നത്? മകനെ, ഇതിനുള്ള മറുപടി നമുക്ക് പിന്നെ പറയാം കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുന്നത്? തിക്നെസ് ഓഫ് മെൽസ് ദ ഐസ് ഓഫ് യൂണിഫോം തിക്നെസ് ദാറ്റ് മെൽസ് അറ്റ് ദ റേറ്റ് ഓഫ് 50 cm³ per minute അല്ലേ? എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് 50 ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. ഇനി എന്താ കാണണ്ടേ? വെൻ തിക്നെസ് ഓഫ് ഐസ് ഈസ് 5 cm, ആ ഐസിൻ്റെ തിക്നെസ് 5 സെൻറ്റിമീറ്റർ ആയിരിക്കുമ്പോൾ വെൻ ദി റേറ്റ് അറ്റ് വിച്ച് ദി തിക്നെസ് ഓഫ് ഐസ് ഡിക്രീസസ്. ഓപ്ഷൻ 4 നോക്കാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വോളിയം ഓഫ് സ്ഫിയർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. 4/3 πr³ ആണ്. പൈ ഇൻറ്റു ഇവിടെ r എന്ന് പറഞ്ഞാൽ എന്താണ്? 10 + x ആണല്ലോ. അപ്പോൾ എന്താ കിട്ടുക? 10 + x³ എന്ന് കിട്ടും അല്ലേ? ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം dv/dt കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
3യും 3യും കട്ടായിട്ട് 4π ഇൻറ്റു 10+x² ഇൻറ്റു dx/dt എന്നതാണ്. ഇതല്ലേ കിട്ടാം? താങ്ക് യു മോനെ. ഇതല്ലേ കിട്ടാം? ഇനി dv/dt നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ, എത്രയാണെന്ന്? 50 ആണെന്ന് തന്നിട്ടുണ്ട്. ഈക്വൽ ടു 4π ഇൻറ്റു 10+x ഏതിലെത്തി നിൽക്കുമ്പോൾ? ആ തിക്നെസ് 5-ലെത്തി നിൽക്കുമ്പോൾ. അപ്പോൾ 10+5² ഇൻറ്റു dx/dt. ആൻസർ കിട്ടിയില്ലടാ? നോക്കി നോക്ക് എത്ര പെട്ടെന്ന് കിട്ടി. ഇതൊക്കെ കമൻറ്റ് ചെയ്യേണ്ടത് ഇപ്പം അല്ലല്ലോ മോനെ. നോക്ക് നമ്മൾ ആൻസർ കിട്ടിയല്ലോ. dx/dt എന്താ കിട്ടുക? dx/dt ഈക്വൽ ടു എന്ത് കിട്ടും? 50 ഡിവൈഡഡ് ബൈ 4π ഉണ്ട് ഇൻറ്റു 15² ആണ്. 15 ഇൻറ്റു 15 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 5 എന്ന് പറയുമ്പോൾ 10 ക്യാൻസലേഷൻ നടന്നാൽ വീണ്ടും 2 എന്ന് പറയുമ്പോൾ 2 കട്ട് ചെയ്ത് അപ്പോൾ 2 ആയി. അപ്പോൾ 2 ഇൻറ്റു 3 അല്ലേ എന്ന് പറയുമ്പോൾ 1/18π എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ നമ്പർ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ നമ്പർ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കിയാണോ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിച്ച ക്വസ്റ്റ്യൻ മറന്നു പോകരുത്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഫേസിന് ആ ഒരു ടൈപ്പ് ചോദിക്കാത്തത് കൊണ്ട് ഇത്തിരി പ്രാധാന്യമാണ്, ഇത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചോളണം. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ടൈപ്പിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇനി നിങ്ങളോട് നാളെ മുതൽ നടക്കാൻ പോകുന്ന എക്സാമിന് ചോദിക്കുന്ന ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റും. ഓക്കെ ആണല്ലോ? എങ്കിൽ വീണ്ടും നമുക്ക് എടുക്കാം. എന്താണ്? ഒരു ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. അതായത് എപ്പോഴും ചോദിക്കുന്നതാണ് ഇൻക്രീസിങ് ഡിക്രീസിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മാക്സിമ മിനിമേനെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആബ്സലൂട്ട് മാക്സിമ ആബ്സലൂട്ട് മിനിമേനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലേ? ഇവിടെ ഒരു ഫംഗ്ഷൻ തന്ന് എക്സ് ഡിവൈഡഡ് ബൈ x² - 6x - 16 where x belongs to തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഡിക്രീസിങ്, ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഡിക്രീസിങ് ഇൻ -2 8, ഇൻക്രീസിങ് ഇൻ -∞ to -2 8 to ∞. ഇങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ അല്ലേ? ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ അല്ലേ? f' കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? f' എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഡിനോമിനേറ്റർ, അതായത് x² - 6x - 16 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ 1 മൈനസ് അടുത്തെന്താ ന്യൂമറേറ്റർ നിന്ന് ഇനിയോ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് 2x - 6 ആണല്ലോ കിട്ടുക. ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x² - 6x - 16 ഹോൾ സ്ക്വയർ എന്നാണ് കിട്ടുക അല്ലേ? അപ്പോൾ ഇത് മാറ്റി എഴുതിക്കോ. ഇതെന്താ കിട്ടുന്നത്? ഇത് x², ഇത് -2x² എന്ന് പറയുമ്പോൾ -2x എന്ന് കിട്ടും അല്ലേ? -x² എന്നല്ലേ കിട്ടുക. ഇനിയോ -6x + 6x കട്ടായി, പിന്നെ എന്താ കിട്ടുന്നത്? -16 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x² - 6x - 16 ഹോൾ സ്ക്വയർ. ഇതല്ലേ കിട്ടുക അല്ലേ? ഇവിടെ വീണ്ടും ഇതിനെ ഇങ്ങനെ മാറ്റി ചെയ്താലോ? -(x² + 16 ഡിവൈഡഡ് ബൈ x² - 6x - 16 ഹോൾ സ്ക്വയർ. വേണമെങ്കിൽ ഫാക്ടറൈസേഷൻ ചെയ്തുകൊണ്ട് അതിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും മക്കളെ? എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? പേന വർക്ക് ചെയ്യുന്നില്ല. സെക്കൻഡ്. ഡിനോമിനേറ്റർ എന്താ കിട്ടുന്നത്? x² - 8x + 2 ഹോൾ സ്ക്വയർ. x² - 8 6x അല്ലേ? അപ്പോൾ x - 8 × x + 2 എന്ന് മാറ്റി ചെയ്തല്ലേ? പേന ചാർജ് ഇല്ല. ഒറ്റ സെക്കൻഡ് മക്കളെ. അപ്പോൾ എന്താ കിട്ടുന്നത്? x - 8 × x + 2 എന്ന് എഴുതാം അല്ലേ? ഇതിൻ്റെ സ്ക്വയർ. ഇതല്ലേ കിട്ടുക? ഇവിടെ നോക്കിക്കോളെ, ഇത്രയും ഭാഗം എന്താണ്? പോസിറ്റീവ് ആണല്ലോ. അതിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് അല്ലേ വന്നിരിക്കുന്നത്? സോ f' ഈസ് ഓൾവേസ് ലെസ് ദാൻ 0 അല്ലേ? അതുകൊണ്ട് ഡിക്രീസിങ് ആണ്.
അല്ലേ? ഡിക്രീസിങ് ആവുന്ന ഓപ്ഷൻ എവിടെയാണ് ഉള്ളത്? ഒന്നാമത്തേൻ്റെ അകത്ത് ഇൻക്രീസിങ് ഉണ്ട്, ഡിക്രീസിങ് ഉണ്ട്, അതുകൊണ്ട് ഇത് ഒഴിവാക്കാം. രണ്ടാമത്തേൻ്റെ അകത്ത് ഡിക്രീസിങ് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തേൻ്റെ അകത്ത് ഡിക്രീസിങ് ഉണ്ട്, ഇൻക്രീസിങ്ങും അതും ഒഴിവാക്കാം. നാലാമത്തേൻ്റെ അകത്ത് ഇൻക്രീസിങ് ആണല്ലേ, അതും ഒഴിവാക്കാം. അപ്പോൾ ഓപ്ഷൻ നമ്പർ ബി ആണ് കറക്റ്റ് ആൻസർ. ഡിക്രീസിങ് ആണ് അല്ലേ? ഇവിടെ നോക്കിക്കോ, ഇതിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത പോയിന്റ് ഏതൊക്കെയാ? ഒന്ന് ഇവിടെ നോക്കിക്കോ, ഈ പോയിന്റ് സെലക്ട് ചെയ്തോ. അപ്പോൾ ഒരു പോയിന്റ് 8 ആണ്, അടുത്ത പോയിന്റ് -2 ആണ്. അപ്പോൾ ഡിക്രീസിങ് ഇൻ എഴുതുമ്പോൾ ഇൻ്റർവെൽ ഫോമിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതാ? -∞ to -2 ഉണ്ടല്ലോ. യൂണിയൻ അടുത്തതോ -2 to 8, യൂണിയൻ 8 to ∞. ഓപ്ഷൻ നമ്പർ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ നമ്പർ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ ഇൻക്രീസിങ് ഡിക്രീസിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. മറന്നു പോകണ്ട. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിമിറ്റ്സിലേക്ക് കടക്കാം. ലിമിറ്റ്സിൽ കഴിഞ്ഞ ഫേസിലും ചോദിച്ചിരിക്കുന്നത് ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന കേസ്, എന്നിട്ടോ ഏതെങ്കിലും ഒരു അൺനോൺ ഏതെങ്കിലും ഒരു വേരിയബിൾ എയോ ബിയോ സിയോ അത്തരത്തിലുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ നോക്കിക്കോളെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, x² - ax + b ഡിവൈഡഡ് ബൈ x - 1 = 5. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ a + b = a + b എന്താണെന്നാണ് ചോദിച്ചത്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ എന്താ കിട്ടുന്നത്? 0 അല്ലേ കിട്ടുന്നത്? അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്ററിലും ഡയറക്റ്റ് ആയിട്ട് വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് കിട്ടണം? 0 കിട്ടണ്ടേ? അങ്ങനെ ന്യൂമറേറ്ററിൽ ഡയറക്റ്റ് വാല്യൂ നിങ്ങൾ കൊടുത്തു നോക്ക്. എക്സിന് 1 കൊടുത്തു നോക്ക്. 1 - a + b = എന്ത് കിട്ടും? 0. നമുക്ക് a + b അല്ലേ വേണ്ട, അതിൻ്റെ അന്ന് കിട്ടുമോ? ഇല്ല. ഇനിയോ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ലോപ്പിത്താൽ റൂൾ അല്ലേ? ലോപ്പിത്താൽ റൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ മാറ്റി എഴുതാലോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, x² ഡെറിവേറ്റീവ് 2x -ax ഡെറിവേറ്റീവ് a ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 1 = 5. ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കുമ്പോൾ ബൈ 0 ഒഴിവായല്ലോ. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന കേസായി ലിമിറ്റ് അപ്ലൈ ചെയ്യുക. 2 × 1 എന്ന് പറഞ്ഞാൽ 2 - a = 5 എന്ന് കിട്ടും. ദെൻ a = എന്ത് കിട്ടി? -3. എത്രയാ? -3. a -3 ആണ് എങ്കിൽ ഇവിടെ ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ a -3 അല്ലേ, ഇവിടെ ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ b എന്താ കിട്ടുക അല്ലേ? 1 - a എന്ന് പറഞ്ഞാൽ 1 + 3, അപ്പോൾ 4 + b = 0, b = -4 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ a + b എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടുമോ? -3 + -4 എന്ന് കിട്ടും. -3 + -4 എന്ന് പറഞ്ഞാൽ -7 എന്ന് കിട്ടും. ഇതാ ആൻസർ. നോക്കണം, ഈ ഒരു പാറ്റേൺ മറന്നു പോകണ്ട. ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ അല്ലേ? എങ്കിൽ ഇതാ നിങ്ങൾ നോക്കിക്കോളെ, ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. a × e⁻x - b cos x + c e⁻ x ഡിവൈഡഡ് ബൈ x sin x = 2. ദെൻ a + b + c = ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സ് അല്ലേ, x sin x, അപ്പോൾ x cos x + sin x എന്ന് കിട്ടും. അപ്പോൾ വീണ്ടും മാറ്റി എഴുതാം. അപ്പോൾ cos x അല്ലേ, അപ്പോൾ 2 കിട്ടും. അപ്പോൾ a + b + c / 2. അപ്പോൾ a + b + c = നിങ്ങൾക്ക് എന്ത് കിട്ടിക്കോളും? 4 കിട്ടിക്കോളും. ട്രൈ യുവർ. ഇത് നിങ്ങൾ ചെയ്തോളാം. അതേ പാറ്റേണാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എങ്കിൽ വീണ്ടും നമ്മൾ വീണ്ടും സീക്വൻസിലേക്ക് പോകാം. നേരത്തെ സീക്വൻസിനെ കുറിച്ച് പറയുമ്പോൾ സം ടു എൻ ടേംസ് എഴുതുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് a1 + a2 + etc. + an സം ഓഫ് ഫസ്റ്റ് nth ടേം ഡിവൈഡഡ് ബൈ a1 + a2 + etc. + an സം ഓഫ് ഫസ്റ്റ് n ടേം. അത് ഈ രീതിയിലാണ് തന്നിരിക്കുന്നതെങ്കിൽ m²/n² എന്ന ഫോമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ m²/n² എന്ന ഫോമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ SN എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? SN എന്ന് പറഞ്ഞാൽ ആൽഫ × n² എന്ന ഫോമിലാ കിട്ടുക. ബീറ്റ അവിടെ എന്താ കിട്ടുക? 0 ആണ് കിട്ടുക അല്ലേ? അങ്ങനെയാണെങ്കിൽ nth ടേം കാണാനുള്ള ഇക്വേഷൻ എന്തായിട്ട് മാറും? mth ടേം കാണാനുള്ള ഇക്വേഷൻ 2n - 1 × ആൽഫ ആയിട്ട് മാറും. 2n - 1 × ആൽഫ ആയിട്ട് മാറും. നോർമലി 2n - 1 × ആൽഫ പ്ലസ് ബീറ്റ ആണ്. അപ്പോൾ ബീറ്റ 0 ആകുമ്പോൾ ഇതല്ലേ nth ടേം കാണാനുള്ള ഇക്വേഷൻ ആയിട്ട് മാറുക.
ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിലല്ലേ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. A1 + A2 + etc. + A10 സം ഓഫ് ഫസ്റ്റ് 10 ടേം ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ ഡിവൈഡഡ് ബൈ A1 + A2 + etc. + AP സം ഓഫ് ഫസ്റ്റ് pth ടേം എന്താ തന്നെ P സ്ക്വയർ. അതായത് 10 സ്ക്വയർ ബൈ P സ്ക്വയർ. ഞാൻ പറഞ്ഞ M സ്ക്വയർ ബൈ N സ്ക്വയർ ഫോം അല്ലേ. അങ്ങനെയാണെങ്കിൽ ചോദിച്ചത് A11 ഡിവൈഡഡ് ബൈ A10 ആണ്. ഈ ടൈപ്പ് ചോദിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ഫേസിൽ ചോദിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ A11 ഡിവൈഡഡ് ബൈ A10 ആണ് നിങ്ങളോട് കാണാൻ ചോദിച്ചതെങ്കിൽ AN കാണാനുള്ള ഇക്വേഷൻ 2n - 1 × ആൽഫ അല്ലേ, ഡിവൈഡഡ് ബൈ 2n - 1 × ആൽഫ. ആൽഫ കട്ടായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇത് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. 2 × 11 - 1 ഡിവൈഡഡ് ബൈ 2 × 10 - 1 എന്ന് കിട്ടും. അപ്പോൾ 22 1 പോകുമ്പോൾ 21, 21 പോയി കഴിഞ്ഞാൽ 19, 21/19 എന്ന ആൻസർ കിട്ടും. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. ഈ ഒരു ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഡാർവിനെ ഈ ഒരു ഫോമിൽ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഏത് ഫോമിലായിരിക്കണം? ലൈക്ക് M² / N² ഫോമിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ആ ഏത് ടേമാണോ ചോദിച്ചെങ്കിൽ, ഇപ്പോൾ A10 ആണ് ചോദിച്ചെങ്കിൽ 10ൻ്റെ ഡബിൾ കാണാൻ അതിനകത്ത് 1 കുറക്കാം കേട്ടോ. അതേ രീതിയിൽ ചെയ്തോളാം. ഇനി നിങ്ങളോട് ഇവിടെ A6 ഡിവൈഡഡ് ബൈ A5 ആണ് കാണാൻ ചോദിച്ചെങ്കിൽ ഈ കണ്ടീഷൻ വേണേ. ഇതാണ് ചോദിച്ചെങ്കിൽ 6 അല്ലേ, 6ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 12, 1 പോയാൽ 11 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 5 ആണ്, ഡബിൾ 10 ആ, 1 പോയാൽ എത്ര കിട്ടും? 9 എന്ന് കിട്ടും. ആൻസർ ഇതാ ഇത്രയേ ഉള്ളൂ. അല്ലേ. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതിൻ്റെ ആൻസർ എന്താ കിട്ടുക? വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. A1 + A2 + etc. + AP ഡിവൈഡഡ് ബൈ A1 + A2 + etc. + AQ ഈസ് ഈക്വൽ ടു P² / Q² എന്ന ഫോമുല തന്നിരിക്കുന്നത്. P² / Q² എന്ന ഫോമുല തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും കിട്ടുക? എങ്ങനെ കിട്ടും അല്ലേ? അപ്പോൾ A6 ഡിവൈഡഡ് ബൈ A21 6 ആണ്. പ്രിയങ്ക ഹായ്. 6 ആണ്. 6ൻ്റെ ഡബിൾ 12, 1 കുറച്ചാൽ 11 ഡിവൈഡഡ് ബൈ 21 ആണ്. 21ൻ്റെ ഡബിൾ 42, 1 കുറക്കുമ്പോൾ എന്തുമായിട്ട് 41 ആയിട്ട് മാറും. 11/41 എന്ന ആൻസർ കിട്ടും. 11/41 എന്ന ആൻസർ കിട്ടും. മറന്നു പോകണ്ട. ഡി എന്നുള്ള ആൻസർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി അടുത്ത വീണ്ടും സ്റ്റാറ്റിയിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പാറ്റേൺ ഫസ്റ്റ് ഫേസിൽ ഇല്ലാത്തത് കൊണ്ട് സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. E1 അതെന്താ E1? മനസ്സിലായില്ല ഡാർവിനെ, നീ എന്താ E1 എന്ന് എഴുതിയത്? നോക്കണം. If for some x belongs to R, the frequency distribution of the marks obtained by 20 students in a test is 20 കുട്ടികളുടെ ഒരു ടെസ്റ്റിലെ മാർക്കാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. മാർക്കുണ്ട്, നല്ല മാർക്കാണ്. 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ദെൻ മീൻ ഓഫ് ദി മാർക്സ് ഈസ്, മീൻ മാർക്ക് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പം നിങ്ങൾ നോക്കിക്കോളെ ഹരിദേവേ, ക്ലാസ്സിൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. ഇതാ ഫ്രീക്വൻസി തന്നിട്ടുണ്ടല്ലോ. ടോട്ടൽ എത്ര പേരുണ്ട് എന്ന് പറഞ്ഞാൽ 20 പേരുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആഡ് ചെയ്താൽ 20 അല്ലേ കിട്ടേണ്ടത്? ആദ്യം x + 1 ഹോൾ സ്ക്വയർ അല്ലേ, അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x² + 2x + 1 എന്ന് കിട്ടും അല്ലേ. അതല്ലേ കിട്ടാ. പ്ലസ് അടുത്തത് 2x - 5 ഉണ്ട്, പിന്നെ ഒരു x² ഉണ്ട്, പിന്നെ ഒരു -3x ഉണ്ട്, പിന്നെ ഒരു x ഉണ്ട്. ഇതൊക്കെ ആഡ് ചെയ്താൽ 20 ആണ് കിട്ടുക. ഇനിയോ x² + x² 2x² ആയി. പിന്നെയോ 2x 4x 5x എന്ന് പറയുമ്പോൾ വീണ്ടും 2x ആയിട്ട് മാറും. ഇനി എന്താ വരുന്നത്? മൈനസ് ഓർ പ്ലസ്. -5 -4 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -24 അല്ലേ. -24 = 0. അതായത് x² + x - 12 = 0 എന്ന് പറയും അല്ലേ. ഇതിനെങ്ങനെ മാറ്റി ചെയ്താൽ x + 3 അല്ലല്ലോ വരണേ, 4 × 3 12 അല്ലേ വരിക അല്ലേ. സോ x + 4 എന്ന് വേണം ഇൻറ്റു x - 3 = 0. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ x = -4 എന്നും രണ്ടാമത്തെ x = 3 എന്നും കിട്ടും അല്ലേ. -4 എടുക്കാൻ പറ്റുമോ? -4 എടുത്തു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ഇതേ ഇവിടെ -4 നമ്പർ ഓഫ് സ്റ്റുഡൻസ് നെഗറ്റീവ് വരിക പാടുണ്ടോ? സോ വി ടേക്ക് x = എന്തായിട്ട് 3 ആയിട്ട് അല്ലേ. എക്സ് എന്തായിട്ട് എടുക്കുന്നത്? 3 ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ടേബിൾ എന്തായിട്ട് മാറും? നോക്കണേ,
2 എന്ന മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്തായിട്ട് മാറും, ഫ്രീക്വൻസി എന്തായിട്ട് മാറും? എക്സ് 3 ആയതുകൊണ്ട് 3 + 1 4 എന്ന് പറയുമ്പം ഇത് 16 എന്നായിട്ട് മാറും. 16 ആയിട്ട് മാറും അല്ലേ? ഇനി ഇതല്ലേ 2x എന്ന് പറയുമ്പോൾ 2 × 3 6 6 - 5 1 കിട്ടും. അടുത്തത് x², 3² 3² 3 × 3 9, അത് 0 ആയിട്ട് മാറും. ലാസ്റ്റ് എന്താണ് കാണേണ്ടത്? കാണേണ്ടത് എന്തൊക്കെയാ? സിമ്പിൾ ചാപ്റ്റർ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാണേണ്ടത് എന്താണ്? എക്സ് ബാർ അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എക്സ് ബാർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? σfx/n ആണല്ലോ. ഫ്രീക്വൻസിയും കറസ്പോണ്ടിങ് എന്താണ് നമ്പേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പോൾ ഒന്നാമത്തെ ഫ്രീക്വൻസി 16 ആണ്. 16 × 2 എന്ന് കിട്ടി, 32 എന്ന് കിട്ടി. രണ്ടാമത്തെ 1 × 3 ആണ്, 3 എന്ന് കിട്ടി. അടുത്ത 0 × 5 ആണ്, 0 എന്ന് കിട്ടി. അടുത്ത 3 × 7 21 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി 20 എന്ന് കിട്ടും. 32 35 55 55 56 56/20 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ 2.8 എന്ന് കിട്ടും. 2.8. ഓപ്ഷൻ നമ്പർ സി ഈസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ നമ്പർ സി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ആ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കി വെച്ചോളണം. നോക്കണേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വളരെ 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 പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യൻ, വളരെ പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യൻ. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിലെ ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്നത്? ലെറ്റ് f(x) be a polynomial of degree 3. Polynomial of degree 3 such that f of -1 equal to 10, f of 1 equal to -6, f of x has a critical point at x equal to -1, f dash x has a critical point at x equal to 1. Then f of x has a local maximum at തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോമൺ ഫോം ആദ്യം എഴുതി വെക്കുക. ax³ + bx² + cx + d എഴുതി വെച്ചൂടെ? ഇനിയോ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഞാൻ കാണുന്ന എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പം 3ax² എന്ന് കിട്ടി, +2bx എന്ന് കിട്ടി, +c എന്നും കിട്ടി അല്ലേ? ഇനി സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് f" ഓഫ് എക്സ്, അത് 6ax എന്ന് കിട്ടും, പ്ലസ് എന്ത് കിട്ടും? 2b എന്ന് കിട്ടും. അവിടെ കിടക്കട്ടെ. ഇനി ആദ്യം പറയുന്നത് എഫ് ഓഫ് -1 10 ആണെന്നാ പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സിൽ എക്സിൻ്റെ സ്ഥാനത്ത് -1 കൊടുത്താൽ പോരെ? എക്സിൻ്റെ സ്ഥാനത്ത് -1 കൊടുക്കുമ്പം ഇതെന്താ ആയിട്ട് മക്കളെ മാറും? ax³ എന്ന് പറഞ്ഞാൽ -a, + bx² എന്ന് പറഞ്ഞാൽ b, + cx എന്ന് പറഞ്ഞാൽ -c, + d = 0 എന്ന് കിട്ടി. അത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് അവിടെ കിടക്കട്ടെ. ഇനി രണ്ടാമത് എന്താ തന്നെ? എഫ് ഓഫ് 1 = -6. എഫ് ഓഫ് എക്സിൽ എക്സിന് 1 കൊടുക്കുക എന്ന് പറയുമ്പം a + b + c + d = -6. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷൻ നിങ്ങൾ നോക്ക്. ഈ രണ്ട് ഇക്വേഷനും എ ആൻഡ് സി അവയുടെ സൈന് ഡിഫറൻ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷനും അങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ b + b 2b എന്ന് കിട്ടും, d + d 2d എന്ന് കിട്ടും, = 10 + -6 അല്ലേ, = 4 എന്ന് കിട്ടി. ഇതിൽ നിന്ന് b + d = 2 എന്ന് കിട്ടുമല്ലോ. നമുക്ക് എയും ബിയും സിയും ഡി ഒക്കെ വേണ്ടേ? b + d കിട്ടിയല്ലോ അല്ലേ? ഇനി രണ്ടാമത് തന്നത് എഫ് ഓഫ് എക്സ് ഹാസ് എ ക്രിട്ടിക്കൽ പോയിന്റ് അറ്റ് എക്സ് = -1 അല്ലേ? എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് -1 = ആരാണ്? 0. എഫ് ഡാഷ് ഓഫ് -1 = 0 എന്ന് പറയുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ, ഇതല്ലേ? ഇവിടെ എക്സിന് -1 കൊടുക്കുമ്പോൾ 3a - 2b + c = 0 എന്ന് കിട്ടും. 3a - 2b + c = 0 എന്ന് കിട്ടും. അതവിടെ കിടക്കട്ടെ. രണ്ടാമത് എന്ത് തന്നിട്ടുണ്ട്? വീണ്ടും എഫ് ഡാഷ് എക്സ് ഹാസ് എ ക്രിട്ടിക്കൽ പോയിന്റ് അറ്റ് എക്സ് = 1. എഫ് ഡാഷിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് പറയാ? എഫ് ഡബിൾ ഡാഷ് ഓഫ് ആരാണ്? 1 = 0 ആണെന്ന് പറയാം. എന്താ എഫ് ഡബിൾ ഡാഷ് ഓഫ് 1? എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 കിട്ടുന്നത് എന്താ മക്കളെ? 6a + 2b അല്ലേ? അപ്പോൾ 6a + 2b = 0 എന്ന് കിട്ടും. അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 3a + b = 0 എന്ന് കിട്ടി. ഇതിൽ നിന്ന് b - 3a ആണെന്ന് പറയാലോ.
ബി ഈക്വൽ ടു -3a ആണെന്ന് പറയാലോ അല്ലേ? ഇനി നോക്കിക്കോളെ, ഈ ഇക്വേഷൻ്റെ അകത്ത് ഞാൻ എല്ലാത്തിനെയും എയിലേക്ക് മാറ്റുന്നു. നോക്കിക്കോ, 3a ഉണ്ട്, -2b എന്ന് പറയുമ്പോൾ -2 × -3a പ്ലസ് c ഈക്വൽ ടു 0. അപ്പോൾ 6 9, c ഈക്വൽ ടു -9a എന്ന് കിട്ടും. c ഈക്വൽ ടു എന്ത് കിട്ടും? -9a എന്ന് കിട്ടും. സിയും എയിലേക്ക് മാറ്റി ഞാൻ എഴുതിയേ. ഇനി നിങ്ങൾ നോക്കിക്കോളെ, ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ നമുക്ക്, b + d ഈക്വൽ ടു, ഇവിടെ b + d ഈക്വൽ ടു 2 എന്ന്. ആ b + d ഈക്വൽ ടു 2ൽ നിന്ന് നോക്കണേ, b + d ഈക്വൽ ടു 2 ആണ്, d ഈക്വൽ ടു 2 - b എന്ന് എഴുതാ. അതായത് 2 - b എന്ന് പറഞ്ഞാൽ -3a, അപ്പോൾ 2 + 3a എന്ന് കിട്ടും. ഈ വാല്യൂ ഒക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. നമുക്ക് ഏറ്റവും സൗകര്യം ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. എ എന്ന് പറഞ്ഞാൽ എ തന്നെ, ബി എന്ന് പറഞ്ഞാൽ -3a, സി എന്ന് പറഞ്ഞാൽ -9a, സി -9 അല്ലേ, 9a, ഡി എന്ന് പറഞ്ഞാൽ 2 + 3a, 2 + 3a ഈക്വൽ ടു -6. അപ്പോൾ എന്താണ് കിട്ടുക? 9 3 12, 12 3 -9, -9a എന്ന് കിട്ടും അല്ലേ? -9a എന്നല്ല കിട്ടുക അല്ലേ? അപ്പോൾ -9a എന്ന് പറയുമ്പം എയുടെ വാല്യൂ -6, അപ്പോൾ പ്ലസ് ഇത് രണ്ടും കട്ടാവും. -9 -8. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 1 അല്ലേ കിട്ടുക? എ ഈക്വൽ ടു 1. എ 1 ആണെങ്കിൽ ബി ഈക്വൽ ടു -3 എന്ന് കിട്ടും, സി ഈക്വൽ ടു -9 എന്ന് കിട്ടും, ആൻഡ് ഡി ഈക്വൽ ടു, ഡി എന്ന് പറഞ്ഞാൽ 2 + 3a അല്ലേ? 2 + 3a എന്ന് പറയാൻ 2 + 3 സി ഈക്വൽ ടു 5 എന്ന് കിട്ടും. സി ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഒറ്റ സെക്കൻഡ് മക്കളെ. അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളെ പോളിനോമിയൽ എന്തായിട്ട് മാറും? പോളിനോമിയൽ എന്തായിട്ട് മാറും? f(x) എന്ന് പറയുന്നത് ax³ a1 അല്ലേ, സോ x³. ഇനിയോ പ്ലസ് bx² എന്ന് പറയുമ്പോൾ b എത്രയാണ് കിട്ടിയ? -3 അല്ലേ, -3x² -9x d എന്ന് പറഞ്ഞാൽ +5 ഈക്വൽ ടു 0 എന്ന് കിട്ടും. 0 അല്ലേ, ഈക്വൽ ടു 0 അല്ലല്ലോ, പോളിനോമിയൽ അല്ലേ, ഇതല്ലേ കിട്ടാം അല്ലേ? സ്ക്രീൻ സാറേ ലാസ്റ്റ് +1 കാണണ്ടേ? എവിടെയാടാ +1 കാണേണ്ടത്? +1 മനസ്സിലായില്ല നീ പറഞ്ഞത്. എ കിട്ടിയല്ലോ, ബി കിട്ടിയല്ലോ, സിയും കിട്ടിയല്ലോ, ഡിയും കിട്ടിയല്ലോ മോനെ, തെറ്റില്ലാലോ ശ്രീറാമേ? ക്രിട്ടിക്കൽ പോയിന്റ് അറ്റ് x ഈക്വൽ ടു 1 ഞാൻ കൊടുത്തല്ലോ, കിട്ടുമല്ലോ അല്ലേ? അപ്പോൾ ഇതല്ലേ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താ കിട്ടുന്നത്? f(x) എന്താ കിട്ടുന്നത്? 3x² -6x -9 എന്ന് കിട്ടും അല്ലേ? 3 കോമൺ ഔട്ട് ചെയ്താൽ 3 × x² -2x -3 എന്ന് കിട്ടും. അതായത് 3 × എങ്ങനെ മാറ്റി ചെയ്താൽ x - 3 × x + 1 എന്ന് എഴുതാം. രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ്, ഒന്ന് 3 ആണ്, മറ്റൊന്ന് -1 ആണ് അല്ലേ? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നമുക്ക് എന്താ കിട്ടുന്നത്? 6x -6 എന്ന് കിട്ടും അല്ലേ? ഈ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ അകത്ത് എക്സിന് 3 കൊടുക്കുമ്പോൾ f'(3) എന്ന് പറയുന്നത് പോസിറ്റീവ് ആണല്ലോ കിട്ടുക. എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്കൽ മിനിമി ആണല്ലോ അല്ലേ? അപ്പോൾ ലോക്കൽ മിനിമ അറ്റ് x ഈക്വൽ ടു ആരാണെന്ന് പറയാ? 3 ആണെന്ന് പറയാ. ലോക്കൽ മിനിമ അറ്റ് x ഈക്വൽ ടു 3. ഇനി വേണ്ട, f'(x)ന്റെ സ്ഥാനത്ത് -1 കൊടുത്തു നോക്ക്. -1 ആണെങ്കിൽ <0 ആണ് കിട്ടുക, അത് ലോക്കൽ മാക്സിമിയാണ്. അപ്പോൾ ലോക്കൽ മിനിമ ലോക്കൽ മാക്സിമിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മറന്നു പോകാൻ പാടില്ല. ഓക്കെ ആണോ മക്കളെ? അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞ എല്ലാ ഷിഫ്റ്റിലും നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഓർപ്പിക്കുകയാണ്, ഈ ക്വസ്റ്റ്യൻ നോക്കാതെ, ഈ ടൈപ്പ് നോക്കാതെ പരീക്ഷാ ഹാളിലേക്ക് പോകാൻ പാടില്ല. Let f from r into r be a continuous function. Then limit extends to pi/4. pi/4 into integral 2 to 6² f(x) dx divided by x² minus pi² minus 6. x² minus pi² by 16 എന്നാ പറഞ്ഞത്.
ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കുമ്പോൾ മക്കളെ ന്യൂമറേറ്റർ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സെയിം ആകുമ്പോൾ 0/0 ഫോം, 0/0 ഫോം അല്ലേ? അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും എന്ത് കണ്ടാൽ മതി? ഡെറിവേറ്റീവ് കണ്ടാൽ മതിയല്ലോ അല്ലേ? ന്യൂമറേറ്ററിൽ ഒരു കോൺസ്റ്റന്റ് കിടക്കുന്നുണ്ട്, അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ബാക്കിയുള്ള ഭാഗത്തിനെ കാണുമ്പോൾ ലെബനിസ് റൂൾ അപ്ലൈ ചെയ്യണം. ലെബനിസ് റൂൾ അപ്ലൈ ചെയ്യുമ്പം എന്താ ചെയ്യേണ്ടത്? ആദ്യം എഫ് ഓഫ് അപ്പർ ലിമിറ്റ്, ആരാ അപ്പർ ലിമിറ്റ്? എഫ് ഓഫ് സീക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് അപ്പർ ലിമിറ്റ് സീക്സ് സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ കിട്ടുക? 2 ഇൻറ്റു സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് ആണ്. അപ്പോൾ ഇതെന്തായിട്ട് മാറും? സീക്ക് സ്ക്വയർ എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്ന് മാറും. മൈനസ് ലോവർ ലിമിറ്റ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് കംപ്ലീറ്റ് 0 ആകും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്ത് കിട്ടും? 2x എന്ന് കിട്ടും. ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്തോ മക്കളെ, എന്താ കിട്ടുന്നതെന്ന്? ഇസ് ഈക്വൽ ടു π/4 എന്ന് ഇവിടെ കിട്ടി. എഫ് ഓഫ് സീക്ക് സ്ക്വയർ π/4, സീക്ക് π/4 √2 അല്ലേ? സീ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറൂലേ? സോ എഫ് ഓഫ് 2 ഇൻറ്റു 2 ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ആണ്. എക്സിന് π/4 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു π/4 എന്ന് കിട്ടും അല്ലേ? π/4ഉം π/4ഉം ഇവിടെ കട്ടാകും, ഒരു 2 കട്ടാകും. സോ ദ ഫൈനൽ ആൻസർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എഫ് ഓഫ് 2 എന്ന് കിട്ടും. 2 ഇൻറ്റു എഫ് ഓഫ് 2. ഈ ഒരു പാറ്റേൺ മറന്നു പോകാൻ പാടില്ല. ഈ ഒരു പാറ്റേൺ മറന്നു പോകാൻ പാടില്ല. മറക്കരുതേ, മറക്കരുതേ, മറക്കരുത്. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ലിമിറ്റ്സിൽ തന്നെ മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലേക്ക് ഞാൻ കടക്കാൻ പോകുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ഫേസിലൊന്നും ആ ടൈപ്പ് ചോദിക്കാത്തത് കൊണ്ട് ഇത് നോക്കാതെ പരീക്ഷാ ഹാളിലേക്ക് പോകാൻ പാടില്ല. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് റൈസ് ടു ജി ഓഫ് എക്സ് എന്ന ഫോമിൽ അല്ലേ? ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ഏത് ഫോം കിട്ടണം? 1/∞. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നാ പറഞ്ഞേ? ഇ റൈസ് ടു ലിമിറ്റ് എഫ് ഓഫ് എക്സ് മൈനസ് 1 ഇൻറ്റു ജി ഓഫ് എക്സ്, ഇങ്ങനല്ലേ അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കോ, ഇവിടെ ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് 1 അല്ലേ മക്കളെ കിട്ടുക ബേസ്? ഇതെന്താ കിട്ടുക? ഇൻഫിനിറ്റി അല്ലേ? 1/∞ ഫോമിലല്ലേ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഇ റൈസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് a/x മൈനസ് 4/x² മൈനസ് 1 ഇൻറ്റു ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് ആരാ? 2x. പ്ലസ് 1ഉം മൈനസ് 1ഉം കട്ടായല്ലോ അല്ലേ? എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഇ റൈസ് ടു ലിമിറ്റ് ആദ്യത്തെ എന്ത് കിട്ടും? 2a കിട്ടും. മൈനസ് അടുത്ത് എന്താ കിട്ടുന്നത്? 4 2 8 8/x എന്ന് കിട്ടും അല്ലേ? 8/x അല്ലേ കിട്ടുക? എസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ഇതെന്തായിട്ട് മാറും? ഇ റൈസ് ടു 2a ആയിട്ട് മാറും. അതിൻ്റെ വാല്യൂ, അതായത് ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതാരാണെന്ന് പറയുന്നുണ്ട്? ഇ ക്യൂബ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇ റൈസ് ടു 2a ഈസ് ഈക്വൽ ടു ഇ ക്യൂബ് എന്ന് പറയുമ്പോൾ 2a ഈക്വൽ ടു 3 എന്ന് കിട്ടും. സോ എ ഈക്വൽ ടു എന്ത് കിട്ടി? 3/2 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ്. ഈ ടൈപ്പ് മറക്കാൻ പാടില്ല. ഈ ടൈപ്പ് ക്വസ്റ്റ്യനും മറക്കാൻ പാടില്ല. ഓക്കെ, ഇനി മറ്റൊരു ടൈപ്പ് സീക്വൻസിൽ നിങ്ങളോട് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവുകയാണല്ലോ, നിങ്ങൾക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏതെങ്കിലും 2 സീക്വൻസ് തരും, എന്നിട്ട് നിങ്ങളോട് ചോദിക്കും അതിൻ്റെ സമ്മിനെ കുറിച്ചോ, അല്ലെങ്കിൽ അതിലെ 8th ടേമിനെ കുറിച്ചോ, അല്ലെങ്കിൽ 10th ടേമിനെ കുറിച്ചോ, അല്ലെങ്കിൽ 2 ടേമിലും കോമൺ ആയിട്ട് വരുന്ന ടേമിൻ്റെ സം എന്താണെന്നോ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ മറന്നു പോകാൻ പാടില്ല. ആദ്യം ഫസ്റ്റ് സീരീസിൻ്റെ എന്ത് കാണുക? കോമൺ ഡിഫറൻസ്. 3 7 11 ഇങ്ങനെയല്ലേ പോകുന്നത്? അപ്പോൾ 4. ഇനി സെക്കൻഡ് സീരീസിൻ്റെ എന്ത് കാണാം? സെക്കൻഡ് സീരീസിൻ്റെ കോമൺ ഡിഫറൻസ് കാണാം. അങ്ങനെയാണെങ്കിൽ രണ്ടിലും വരുന്ന കോമൺ ടേം ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്ന സീക്വൻസ് അല്ലെങ്കിൽ സീരീസ്, അതിൻ്റെ എന്ത് കാണണം? ഡി കാണണ്ടേ? ആ ഡി എന്താ? ആ LCM ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആയിരിക്കും. ഒരു സെക്കൻഡ് ആദ്യത്തേൻ്റെ അകത്ത് 4 ആണ്, രണ്ടാമത്തേൻ്റെ അകത്ത് എത്ര കിട്ടുക? 1 6 എന്ന് പറയുമ്പോൾ 5 കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ കോമൺ സീരീസിൻ്റെ കോമൺ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ LCM ഓഫ് 5 and 4 ഈസ് ഈക്വൽ ടു 20 അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളെ, കോമൺ ടേം ഉപയോഗിച്ചുള്ള സീരീസ് ആരൊക്കെയാണ് കിട്ടുക? 3 അല്ല 7 ഇല്ല 11 അല്ലേ?
11 കോമൺ ഡിഫറൻസ് 20 ആയതുകൊണ്ട് 31, 31, 20, 51 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക ഇതിൻ്റെ അകത്ത് 8th ടേമാണ് ചോദിച്ചത്. ഇതിൻ്റെ അകത്ത് 8th ടേം ചോദിച്ചുകൊണ്ട് വളരെ എളുപ്പമാണ്. ഫസ്റ്റ് ടേം പ്ലസ് 7 × 20 ആണ് 140, 151 എന്ന് ആൻസർ കിട്ടും. ചിലപ്പോൾ എന്താ ചോദിക്കുക? സമ്മ ചോദിക്കുക. സമ്മ ചോദിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഈ ടേമിനെ ബേസ് ചെയ്തുകൊണ്ട് അപ് ടു ഇന്ന ടേം വരെ ഉണ്ടാവും. ഈ സീരീസിനും അപ് ടു ഇന്ന ടേം വരെ ഉണ്ടാവും. ആ ടേമിനെ ബേസ് ചെയ്തുകൊണ്ടേ ചെയ്യാൻ പാടുള്ളൂ. തെറ്റിക്കരുത്, 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 തെറ്റിക്കരുത്. ഓക്കെ, ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ. അതേപോലെ നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു ടൈപ്പിലേക്കും കൂടി ഞാൻ പോവുകയാണ്. മറ്റൊരു ടൈപ്പിലേക്ക് ഇതാ, അതായത് ഏതെങ്കിലും സീരീസിൻ്റെ പീത്ത് ടേം 1/q, ക്യൂത്ത് ടേം 1/q എന്ന ഫോമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ പീത്ത് ടേം 1/q, ക്യൂത്ത് ടേം 1/p ഈ ഫോമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ സം ഓഫ് ഫസ്റ്റ് mth ടേം എന്താണെന്ന് ചോദിച്ചാൽ അത് m × m + 1/2 × pq ആണ്. ഇത് മറന്നു പോകാൻ പാടില്ല കേട്ടോ. ഇനി അതിൻ്റെ ഫസ്റ്റ് ടേം ആരാണെന്ന് ചോദിച്ചാലും കോമൺ ഡിഫറൻസ് ആരാണെന്ന് ചോദിച്ചാലും അത് 1/pq ആണ്. ആ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ചെയ്യാം. ഇവിടെ 10ാം പദം 1/20, 20ാം പദം 1/10. ആദ്യത്തെ 200 അല്ലേ കാണാൻ പറഞ്ഞ സമ്മ്, S200 അല്ലേ കാണാൻ പറഞ്ഞേ. അപ്പോൾ 200 ഗുണിക്കണം 201/2 ഗുണിക്കണം 10 ഗുണിക്കണം 20, അതായത് 201/2 കിട്ടും. ഇതാണ് ആൻസർ. അത് മറന്നു പോകല്ലേ. ഈ ടൈപ്പും മറന്നു പോകരുതേ മക്കളെ. ഈ ടൈപ്പും മറന്നു പോകാൻ പാടില്ലേ കേട്ടോ. ഇനി ഈ ഒരു ടൈപ്പാണ് സീക്വൻസിൽ, അതായത് A1 + A4 + A7 + A16 അത് 114 തന്നിട്ടുണ്ട്. കാണേണ്ടത് A1 + A6 + A11 + A16. നോക്കണേ, A1ഉം A16ഉം A1 + A16 അതിൻ്റെ സമ്മ എന്താണോ അത് തന്നെയല്ലേ A4ഉം ഇതിൻ്റെ തൊട്ട് പിറകിലെ A13 അല്ലേ വരിക. A4ഉം A13ഉം 14 3 സോറി 13 4 17 അല്ലേ കിട്ടുക. അത് തന്നെയല്ലേ A7 + A10 കിട്ടുക. നോക്കിക്കോ, = A7 + A10 ശരിയല്ലേ. 1ഉം 16ഉം 4ഉം 13ഉം 7ഉം 10ഉം സെയിം അല്ലേ കിട്ടുക. അപ്പം ഈ 3 പെയറും ആഡ് ചെയ്താൽ 114 ആണെന്ന് പറയണമെങ്കിൽ ഓരോ പെയറും എന്ന് പറഞ്ഞാൽ 114 3 കൊണ്ട് ഹരിച്ചാൽ പോരെ. 114 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 38 കിട്ടും. കാണാൻ പറഞ്ഞത് ഇതല്ലേ A1 + A6 + A11 + A16 അല്ലേ. അതിന് A1 + A16 എന്നൊരു ഗ്രൂപ്പ് എഴുതാം. പ്ലസ് അടുത്ത ഏത് ഗ്രൂപ്പ് എഴുതാം? A6 + A11 എന്ന ഗ്രൂപ്പ് എഴുതാം അല്ലേ. ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂ 38 ആണല്ലോ. അപ്പോൾ 2 × 38 എന്ന് കിട്ടുമല്ലോ. 2 × 38 എന്ന് പറഞ്ഞാൽ 76 എന്ന ആൻസർ കിട്ടുമല്ലോ. അതും മറന്നു പോകാൻ പാടില്ല, അതും മറന്നു പോകാൻ പാടില്ല. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. ഏറ്റവും അവസാനമായിട്ട് ഈ സീക്വൻസിലെ ഒരു ക്വസ്റ്റ്യനും കൂടി പറയാൻ പോകുന്നു. ആ ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. അരിത്തമാറ്റിക് മീനിനെ ബേസ് ചെയ്തുകൊണ്ടും ജോമെട്രിക് മീനിനെ ബേസ് ചെയ്തുകൊണ്ടും. അരിത്തമാറ്റിക് മീനും ജോമെട്രിക് മീനും. M arithmetic means, if M arithmetic means and 3 geometric means are inserted between 3 and 243. M arithmetic mean അല്ലേ, അതുകൊണ്ട് 3 ഉണ്ടാവും, A1 ഉണ്ടാവും, A2 ഉണ്ടാവും, എക്സെട്ര AM ഉണ്ടാവും. എത്രയുണ്ടാവും? 243 ഉണ്ടാവും. ഇനിയോ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ആരാണെന്ന് ചോദിച്ചാൽ 243 - 3 ഡിവൈഡഡ് ബൈ M + 1 പഠിച്ചല്ലേ. B - A ഡിവൈഡഡ് ബൈ N + 1. അപ്പോൾ 240 ഡിവൈഡഡ് ബൈ M + 1 എന്ന് കിട്ടും. ഇനി 3 ജോമെട്രിക് മീൻ അല്ലേ. 3 G1 G2 G3 ആൻഡ് 243 അല്ലേ. ഇവിടെ കോമൺ റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ദേ B/A 243 ഡിവൈഡഡ് ബൈ 3 റേസ് ടു 1/3 + 1 അല്ലേ. എന്ന് പറഞ്ഞാൽ 81 റേസ് ടു 1/4 = 3 എന്ന് കിട്ടും. ആയിഷ ഹായ്, 3 എന്ന് കിട്ടിയല്ലോ അല്ലേ. അപ്പോൾ 3 എന്ന് കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി എന്താ പറയുന്നത്? 4th AM ഈസ് ഈക്വൽ ടു 2nd GM. 4th AM എന്ന് പറയുമ്പോൾ 4th AM അല്ലേ. 4th AM ഈസ് ഈക്വൽ ടു 4th AM എന്ന് പറഞ്ഞാൽ എത്ര? A4 ഈസ് ഈക്വൽ ടു 2nd GM G2 എന്ന് തന്നിട്ടുണ്ട്. 4th AM എന്ന് പറയുമ്പോൾ 4th അല്ലേ പറയുന്നത് അല്ലേ. ഫസ്റ്റ് ടേം 3 അല്ലേ. 3 + 4D ആണ് കിട്ടുക. ഈസ് ഈക്വൽ ടു 2nd GM എന്ന് പറയുമ്പം 3 അല്ലേ. 3 × R² എന്നാണ് കിട്ടുക.
അതായത് 3 + 4 × D എന്ന് പറഞ്ഞാൽ 240 ഡിവൈഡഡ് ബൈ m+1 ആണല്ലോ അല്ലേ, ഈസ് ഈക്വൽ ടു 3 × 3² എന്ന് പറഞ്ഞാൽ 9 കിട്ടും, 27 എന്ന് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്താൽ പോരടോ, ഇത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക, 3 × 3². അപ്പോൾ ഇതിനകത്ത് 4D. അപ്പോൾ ഇത് മാത്രം മാറ്റി ചെയ്തോ, 4 × 240 ഡിവൈഡഡ് ബൈ m+1 ഈസ് ഈക്വൽ ടു 27 അല്ലേ, 27 3 പോയാൽ 24 കിട്ടും അല്ലേ. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാം രണ്ട് സൈഡിലും. അപ്പോൾ ഇവിടെ 10 കിട്ടും. അപ്പോൾ 4 ഗുണിക്കണം 10 ബൈ m+1 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും അല്ലേ. അതായത് 40 = m+1 എന്ന് കിട്ടും അല്ലേ. അതായത് m ഈസ് ഈക്വൽ ടു 39 എന്ന് കിട്ടും. m അല്ലേ കാണേണ്ടത്, 39. എത്ര സിമ്പിളാണ്, വളരെ വളരെ സിമ്പിളാണല്ലോ. അപ്പോൾ ഈ ഒരു ടൈപ്പ് മറന്നു പോകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒറ്റ സെക്കൻഡ്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ലിമിറ്റ്സിലെ ക്വസ്റ്റ്യൻസ് എന്ത് തന്നെയായാലും നമുക്ക് കിട്ടേണ്ട ക്വസ്റ്റ്യനാണ്, സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. സീക്വൻസ് ആൻഡ് സീരീസിലെ 2 ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ ക്വസ്റ്റ്യൻസ്, അതേപോലെ ഡിഫറൻഷ്യൽ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക, നിങ്ങൾക്ക് ആ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ എന്തായിരിക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, ബാക്കിയുള്ള ചാപ്റ്റേഴ്സുമായിട്ട് അടുത്ത ടീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും മറന്നു പോകണ്ട. മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലൈക്ക് ദിസ്, ഈ ഫോമിലുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇത്. അതായത് SK എന്ന ഫോമിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. SK എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് kth ടേമിനെ മറ്റൊരു ഫോമിൽ തന്നേ ഉള്ളൂ. എന്നിട്ട് S1² + S2² + S10² ആണ്. ഇത് നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് 303 എന്ന ആൻസർ കിട്ടിക്കോളും. 303 എന്ന ആൻസർ കിട്ടിക്കോളും. SK ന്യൂമറേറ്ററിലല്ലേ, 1 + 2 + 3 + etc + K എന്ന് പറഞ്ഞാൽ K × K+1/2 അല്ലേ, ഡിവൈഡഡ് ബൈ K എന്ന് കിട്ടും. K കട്ട് ചെയ്താൽ K+1/2 ആണ് കിട്ടുക. അതിന് സിഗ്മ നൊട്ടേഷനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റീഅറേഞ്ച് ചെയ്താൽ ആൻസർ കിട്ടിക്കോളും 303 എന്നുള്ളത്. അപ്പോൾ മറക്കണ്ട, സീക്വൻസിൽ 2 ക്വസ്റ്റ്യൻ, സ്റ്റാറ്റിയിലൊരു ക്വസ്റ്റ്യൻ, അതേപോലെ ഡിഫറൻഷ്യലൊരു ക്വസ്റ്റ്യൻ, ലിമിറ്റ്സിലൊരു ക്വസ്റ്റ്യൻ മറക്കരുതേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നോക്കിയിട്ട് മാത്രമേ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകാൻ പാടുള്ളൂ. നാളെ മുതൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ മക്കൾക്കും നല്ലത് മാത്രം വരട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത സാർ ഇതാ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. സാറേ സ്ലൈഡ് അയച്ചു സാറേ. അടുത്ത സാറ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേഗം തീർക്കും. നമ്മളെ നോമ്പിൻ്റെ ആ സമയത്ത് മാത്രമേ നമ്മൾ സമയം തരുന്നുള്ളൂ, നിങ്ങളെ നോമ്പ് തുറക്കാനുള്ള സമയം തരുന്നത്. ഓക്കെ സാറേ, ഇതാ ആഷിം സാറാണ് വന്നിരിക്കുന്നത്. ആഷിം സാർക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ ആഷിം സാർ പറയും. ഗുഡ് ഈവനിങ് ടു ഓൾ. യെസ്, പിന്നെ ചാർജ് അല്ലേ. ഓക്കെ റെഡി സ്റ്റാർട്ട് ചെയ്യില്ല മക്കളെ, സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പം നമ്മൾ ഇന്ന് ഓക്കെ ബ്ലാക്ക് നമ്മൾ ഇന്ന് കാൽക്കുലസിൽ ഇൻ്റഗ്രേഷൻ അതുപോലെ അതിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് പറയാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയാനുള്ളത്, നിങ്ങൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രേഷനേക്കാൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. കാരണം അതിൽ നിന്ന് എന്തായാലും 2 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ ഏരിയ അണ്ടർ ദി കർവ് എന്നും ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെ 3 ക്വസ്റ്റ്യൻ ആ ഭാഗത്തു നിന്ന് വരും. അപ്പോൾ ഇൻഡെഫിനിറ്റിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾ എന്തിനു വേണ്ടി ചിലവഴിക്കണം? ഡെഫിനിറ്റിന് വേണ്ടിയിട്ടാണ് ചിലവഴിക്കേണ്ടത്. ഓക്കെ, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? വോയിസ് ക്ലിയർ ആണ്, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഇൻഡെഫിനിറ്റിൽ പ്രധാനമായിട്ടും അതിൻ്റെ റിസൾട്ടുകളൊക്കെ നിർബന്ധമായിട്ടും എല്ലാവരും എന്ത് ചെയ്യണം? പഠിക്കണം. റിസൾട്ടുകൾ നിർബന്ധമായിട്ടും എല്ലാവരും പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. അതൊന്ന് റിവൈസ് ചെയ്ത് ഉറപ്പിക്കണം. കാരണം നമുക്ക് ഇൻ്റഗ്രേഷനിൽ മാത്രമല്ല, ഡെഫിനിറ്റിലും അതിൻ്റെ ആപ്ലിക്കേഷനിലും അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷനിലൊക്കെ ഇതിൻ്റെ റിസൾട്ടുകൾ ഉപയോഗിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും അത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോ ആ കാര്യം ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ്റഗ്രൽ ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 + x + x² ഡിവൈഡ് ബൈ 1 + x² ആണ്. അപ്പോൾ നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സിന് ടി എന്ന് കൊടുക്കാം, കാരണം അതിൻ്റെ ഡെറിവേറ്റീവ് ഒക്കെ അവിടെ കിടക്കുന്നത് കൊണ്ട് നോക്കൂ, ടാൻ ഇൻവേഴ്സ് എക്സിന് നമ്മൾ ടി എന്ന് കൊടുക്കുകയാണ് കേട്ടോ. ശ്രദ്ധിക്കൂ, ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടി എന്നോ അല്ലെങ്കിൽ തീറ്റ എന്നോ കൊടുക്കാം. ഓക്കെ, ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാം, 1/1 + x² dx, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഡി ടി ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ടി. അപ്പോൾ ഇൻ്റഗ്രേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, ഇ റേസ് ടു ടി ഇൻറ്റു, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടി ആണെങ്കിൽ എക്സ് ഈക്വൽ ടു നമുക്കറിയാം ടാൻ ടി അല്ലേ. അപ്പോൾ നമ്മൾ എക്സിനെയൊക്കെ ടാൻ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം, ന്യൂമറേറ്ററിൽ എക്സിനെയൊക്കെ, അതായത് ഇവിടെ കാണുന്ന എക്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടാൻ ടി വെച്ച് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ 1 + എക്സിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, ടാൻ ടി എന്ന് കൊടുക്കുന്നു, പ്ലസ് x² എന്തായിട്ട് മാറും മക്കളെ, ടാൻ² ടി ആയിട്ട് മാറും. ശരിയല്ലേ? ഇനി ഡി എക്സിന് പകരം നമുക്ക് സി, അല്ലെങ്കിൽ നമുക്ക് ഇതിനിങ്ങനെ എഴുതാം, എക്സിന് നമ്മൾ ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടി ആണെങ്കിൽ എക്സ് ഈക്വൽ ടു ടാൻ ടി എന്ന് കിട്ടും. സോ ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ 1 + ടാൻ² എക്സ് എന്ന് കൊടുക്കുക അല്ലേ. ഓക്കെ, അല്ലെങ്കിൽ ശ്രദ്ധിക്കട്ടോ, 1 സെക്കൻഡ്. അപ്പോൾ ഡി എക്സ് ഈക്വൽ 1 + t². സോ ഇൻ്റഗ്രൽ എന്ത് വരും, ടാൻ ഇൻവേഴ്സ് എക്സ്, ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ ചെയ്തോളൂ, 1 സെക്കൻഡ്. പുട്ട് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, പുട്ട് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ്, ഡി എക്സ് ഈക്വൽ ടു sec² തീറ്റ ഡി തീറ്റ എന്ന് കിട്ടും. റൈറ്റ്, ദെയർഫോർ ഇൻ്റഗ്രൽ ഇ റേസ് ടു, നോക്കുക, എക്സിന് ടാൻ തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തീറ്റ ഈസ് ഈക്വൽ എന്താണ്, ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. സോ ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം നമുക്ക് തീറ്റ വരും അല്ലേ. തീറ്റ ഈസ് ഈക്വൽ എന്താ വരിക, ടാൻ ഇൻവേഴ്സ് എക്സ്. സോ ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം തീറ്റ വരും. ഇൻറ്റു 1 + എക്സിന് നമ്മൾ ടാൻ തീറ്റ കൊടുക്കുന്നു, പ്ലസ് ഇവിടെ എന്ത് വരും, ടാൻ² തീറ്റ വരും, ഡിവൈഡഡ് ബൈ 1 + ടാൻ² തീറ്റ വന്നു, ഇൻറ്റു ഡി എക്സിന് പകരം വരുന്നത് sec² തീറ്റ ഡി തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അപ്പോൾ ഞാൻ ചെയ്തൊന്നും കൂടെ പറയാം. എക്സിന് ടാൻ തീറ്റ എന്ന് കൊടുക്കുന്നു, ഡി എക്സ് ഈക്വൽ ടു sec² തീറ്റ ഡി തീറ്റ എന്ന് കിട്ടുന്നു. അവിടുന്ന് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിന് നമ്മൾ തീറ്റ എന്ന് കൊടുത്തു. സോ ഇ റേസ് ടു തീറ്റ. ഇനി ഈ കാണുന്ന എക്സിനൊക്കെ നമ്മൾ ടാൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ 1 + ടാൻ തീറ്റ + ടാൻ² തീറ്റ ഡിവൈഡ് ബൈ 1 + ടാൻ² തീറ്റ ഇൻറ്റു ഡി എക്സിന് പകരം നമ്മൾ എന്ത് കൊടുത്തു, sec² തീറ്റ ഡി തീറ്റ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ 1 + ടാൻ² തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, sec² തീറ്റയാണ്. ഈ sec² തീറ്റ തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കിയുള്ളത് ഇ റേസ് ടു തീറ്റ ഇൻറ്റു 1 + ആദ്യം ഞാൻ ആ ടാൻ തീറ്റ എഴുതി. ഓക്കെ, പ്ലസ് ഈ 1ഉം ഈ ടാൻ² തീറ്റ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 + ടാൻ² തീറ്റ എന്താണെന്ന് കിട്ടും, sec² തീറ്റ എന്ന് കിട്ടും. ശരിയല്ലേ? ഇൻറ്റു ഡി തീറ്റ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് അതിൻ്റെ ഡെറിവേറ്റീവ് f' ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണല്ലോ, പ്ലസ് സി. ഈ റിസൾട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഇതാണ് എഫ് എങ്കിൽ ഇതാണ് അതിൻ്റെ ഡെറിവേറ്റീവ് f'. ഓക്കെ, ഇതിന് ആൻസർ എന്താ വരിക, ഇ റേസ് ടു തീറ്റ ഇൻറ്റു ടാൻ തീറ്റ എന്ന് വരും, ദെൻ പ്ലസ് സി, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു തീറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ആണ്. സോ ദിസ് ഇൻറ്റു എക്സ് പ്ലസ് സി എന്ന് കിട്ടി. സോ ആൻസർ എന്താ വരിക, എക്സ് ഇൻറ്റു ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ആണ്. ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ ഏതാണ്, എ ആണ് വരിക. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, സോൾവ് ചെയ്യുക. ഓക്കെ, യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നോക്കൂ, ഇൻ്റഗ്രൽ ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് പലപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബ്രാക്കറ്റിനകത്ത് നോക്കൂ, ഈ ബ്രാക്കറ്റിന് ഓൾ പവർ 3/4 ഉണ്ട് അല്ലേ. ഇതിൽ നിന്ന് ഹയസ്റ്റ് പവർ ആയിട്ടുള്ള എക്സിനെ പുറത്തെടുക്കണം. അതായത് എക്സ് റേസ് ടു 4 നമ്മൾ ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ എന്താ വരും, ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ x² ഇൻറ്റു, അവിടെ നമ്മൾ എക്സ് റേസ് ടു 4 പുറത്തേക്ക് എടുക്കണം. ഹയസ്റ്റ് പവറിനെയാണ് പുറത്തേക്ക് എടുക്കേണ്ടതെന്നുള്ളവർ ഓർത്ത് വെക്കുക. സോ എക്സ് റേസ് ടു 4 ഹോൾ പവർ 3/4 വരും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻറ്റു ഇവിടെ 1 + 1/x റേസ് ടു 4 ഉണ്ടാവും. ദ ഹോൾ പവർ എന്താണ്, 3/4 ആണ്. മക്കളെ ക്ലിയർ അല്ലേ?
അപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ള x⁴ അതാണ് ഹയസ്റ്റ് ഡിഗ്രി വരുന്നത്. അതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ഹോൾ പവർ 3/4 കൂടെ അതിനെ പവറിലേക്ക് എഴുതാൻ മറന്നു പോരുത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ dx ഡിവൈഡഡ് ബൈ ഇത് x⁵ ആയില്ലേ, x⁴ ഇവിടെ 4 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ x³ x² x⁵ ആയി. പിന്നെ അവിടെ ബാക്കി വരുന്നത് 1 + 1/x⁴ ദ ഹോൾ പവർ എന്താണ് 3/4 ആണ്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ആ പവർ 3/4 വരുന്ന 1 + 1/x⁴ നിങ്ങൾ t എന്ന് കൊടുത്താൽ മതി, ആൻസറിലേക്ക് എത്താൻ പറ്റും. സി 1 + 1/x⁴ is equal to t എന്ന് കൊടുക്കുന്നു, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് അറിയാം, 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആവും. 1/x⁴ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, -4/x⁵ ഇൻറ്റു dx ഈക്വൽ എന്താ വരിക, dt എന്ന് വരും. സോ 1/x⁵ dx ഈക്വൽ ടു -1/4 dt എന്ന് വന്നു, ശരിയല്ലേ? അപ്പോൾ ഇൻ്റഗ്രേഷൻ എങ്ങനെ മാറ്റിയെത്താൻ പറ്റും? ദാറ്റ് ഇൻ്റഗ്രേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് -1/4 dt ഡിവൈഡഡ് ബൈ t⁻³ എന്ന് വന്നു. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. ഇവിടെ നോക്കൂ, 1/x⁵ dx ഉണ്ട്, ആ 1/x⁵ dx നമ്മൾ -1/4 dt എന്ന് എഴുതി. ഓക്കെ, പിന്നെ വരുന്നത് ഇതാ ഈ ഭാഗം t ആണ്, t⁻³ എന്നുണ്ട് 3/4 ഉണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് -1/4 പുറത്തേക്ക് എടുത്താൽ നമുക്ക് 1/t⁻³ എങ്ങനെ എഴുതാൻ പറ്റും, t⁻³ എന്ന് എഴുതാൻ പറ്റും ഇൻറ്റു dt. ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. സോ -1/4 ഇൻറ്റു t⁻³ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ, 1/4 ഡിവൈഡഡ് ബൈ 1/4 പ്ലസ് c ആണ്. ഇവിടെ 1/4 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ -t⁻⁴. ഇനി ടീനെ റീപ്ലേസ് ചെയ്താൽ മതി. t എന്ന് പറഞ്ഞാൽ എന്താണ്, 1/1 + x⁴ അല്ലേ? അപ്പോൾ 1 + 1/x⁴. സോ അത് കൊടുക്കുക, all⁻⁴ പ്ലസ് c ആണ്. അതിനെ നമ്മൾ ആൻസർ അനുസരിച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്യേണ്ടി വരും. സോ ഇതിന് ആൻസറിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് ഫൈനൽ ആൻസർ വരിക? ഫൈനൽ ആൻസർ മൈനസ് ഉണ്ടാവും, പിന്നെ x⁴ പ്ലസ് 1 ഡിവൈഡ് ബൈ എന്തുണ്ട്, x⁴ ഉണ്ട്, ദ ഹോൾ പവർ 1/4 ദെൻ പ്ലസ് c. ഇതാണ് ഫൈനൽ ആൻസർ. സോ ഓപ്ഷൻ ബി വിൽ ബി കറക്റ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇതിൽ എങ്ങനെ ശ്രദ്ധിക്കേണ്ട മനസ്സിലായല്ലോ. ഹയസ്റ്റ് പവറിനെ പുറത്തേക്ക് എടുത്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ പലപ്പോഴായിട്ട് എക്സാമിന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരുന്നുള്ള പ്രതീക്ഷയിൽ പഠിക്കുക. ഓക്കെ, യെസ് അബി, അടുത്ത് നോക്കിയോളൂ. നമ്മൾ ഈ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫോർമുലകളാണ് ഇവിടെ ഉള്ളത്. ഏരിയ ഓഫ് ട്രയാങ്കിളിൻ്റെ നിങ്ങൾക്കറിയാം, ഹാഫ് ഇൻറ്റു ബേസിൻ്റെ ഹൈറ്റ്. ഏരിയ ഓഫ് ട്രെപ്പീസിയം പഠിച്ചു വെക്കണം. ഏരിയ ഓഫ് ട്രെപ്പീസിയം, അതുപോലെ ഏരിയ ഓഫ് സെക്ടർ എന്താണെന്നുള്ളത് അറിയണം. അതുപോലെ എലിപ്സിൻ്റെ ഏരിയ πab ആണ്. അപ്പോൾ നമ്മൾ സാധാരണ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൽ ഏരിയ അണ്ടർ ദി കർവ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ ഇൻ്റഗ്രേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. മാക്സിമം നമ്മൾ ഇങ്ങനെയുള്ള ഫോർമുല പറ്റുന്ന സ്ഥലത്തുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും സമയം കുറച്ച് കിട്ടും. ഓക്കെ, ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കിയോളൂ. ഏരിയ ആയിട്ട് ബന്ധമുള്ളൊരു ക്വസ്റ്റ്യൻ. ഏരിയ ഓഫ് ദി റീജിയൻ ഔട്ട്സൈഡ് ദി ഫംഗ്ഷൻ ഇതാണ്. ഏരിയ ഓഫ് ദി റീജിയൻ ഔട്ട്സൈഡ് ദി ഗ്രാഫ് ഇതാണ്. ഒരു ഗ്രാഫ് ഇതാണ്, ആൻഡ് ഇൻസൈഡ് ദി എലിപ്സ് ആണ്. അപ്പോൾ ഈ ഗ്രാഫ് വരയ്ക്കണം, അതുപോലെ എലിപ്സ് വരയ്ക്കണം. അതിൻ്റെ ഇൻസൈഡ് വരുന്ന ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് റഫ് ഡയഗ്രാം എന്താണെന്നുള്ളത് ഞാൻ വരയ്ക്കാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ. എലിപ്സ് നോക്കൂ, ഇതെന്ത് എലിപ്സാണ്? ഇത് വെർട്ടിക്കൽ എലിപ്സ് അല്ലേ? യെസ്. അപ്പോൾ ഞാനിവിടെ ഒരു വെർട്ടിക്കൽ എലിപ്സ് ജസ്റ്റ് ഒന്ന് വെർട്ടിക്കൽ എലിപ്സ് വരയ്ക്കുന്നുണ്ട്. ജസ്റ്റ് എ മൊമെൻറ്റ്. അപ്പോൾ ഒരു വെർട്ടിക്കൽ എലിപ്സ് കൺസിഡർ ചെയ്യുക. ഓക്കെ, വെർട്ടിക്കൽ എലിപ്സ് എടുക്കുക. ഇവിടെ ജസ്റ്റ് വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ x² / 4 + y² / 9 എന്ന് പറയുന്ന സംഭവം. അതായത് ഈ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 2 ആണ്. ഈ പോയിൻ്റ് എന്ന് പറയുന്നത് -2, ഇവിടെ വരുന്നത് 3, താഴെ വരുന്നത് -3. ഇതാണ് എലിപ്സ്. ഓക്കെ, ഇനി നമുക്ക് mod x/2 + mod y/3 = 1 വരയ്ക്കണം. mod x/2 + mod y/3 = 1 എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കൂ, x/2 + y/3 = 1. x/2 + y/3 = 1 എങ്ങനെ വരയ്ക്കുക? x ഇൻ്റർസെപ്റ്റ് 2 ആണ്, y ഇൻ്റർസെപ്റ്റ് 3 ആണ്. എന്ന് വെച്ചാൽ x ഇൻ്റർസെപ്റ്റ് ഇവിടെ 2 ഉണ്ട്, y ഇൻ്റർസെപ്റ്റ് ഇവിടെ 3 ഉണ്ട്. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്നൊരു ലൈനായിരിക്കും അത്, ഇങ്ങനെ പാസ് ചെയ്യുന്ന ലൈനായിരിക്കും അതല്ലേ? അപ്പോൾ നമ്മൾ mod x ആവുന്നു, mod y ആവുന്നു. ആ കേസാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി mod x എന്നുള്ളത് x ആവാം, mod y എന്നുള്ളത് -y ആവാം, അതുപോലെ mod x -x ആവാം, mod y ആവാം. ഇനി രണ്ടും നെഗറ്റീവ് ആവാം. ഇങ്ങനെ 4 കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയായിരിക്കും. അതിൻ്റെ ഗ്രാഫ് വരിക. അപ്പോൾ നിങ്ങൾ ആ ഗ്രാഫ് വരുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക.
ഇതാണ് ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതാണ് x/2 + y/3 = 1ൻ്റെ ആ ഒരു സെഗ്മെൻറ്റ്. അതുപോലെ ഇത് അതിൻ്റെ മറ്റൊന്നാണ്. അപ്പോൾ ഈ 4 ഇതേപോലെ വരച്ചാൽ മതി. ഇതാണ് ആക്ച്വലി ഗ്രാഫ് നിങ്ങൾ പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുക ഇൻ്റർസെപ്റ്റ് ഫോമിലാണ് കേട്ടോ. എക്സ് ഇൻ്റർസെപ്റ്റ് വൈ ഇൻ്റർസെപ്റ്റ് നെഗറ്റീവ് ഒക്കെ ആകുന്നതിനനുസരിച്ച് ഈ ഗ്രാഫുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ എലിപ്സ്. ഏരിയ ഓഫ് ദ റീജിയൻ ഔട്ട്സൈഡ് ദി ഗ്രാഫ് x/2 + y/3 = 1 ആണ്. അതുപോലെ ഇൻസൈഡ് ദി എലിപ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ ആണ് നമുക്ക് ടോട്ടലി കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളിവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഇതൊക്കെ സിമെട്രിയാണിത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഗ്രാഫ് വരച്ച് നോക്കുക. ഇതൊക്കെ സിമെട്രിയാണ്. അതായത് ഈ ഭാഗത്തിൻ്റെ ഏരിയ എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടെയുള്ളതൊക്കെ സെയിം ഏരിയ ആണ്. അപ്പോൾ സിമെട്രി അനുസരിച്ച് നമ്മൾ ആ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കിക്കുക, ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഈ ഒരു ഭാഗം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഈ എലിപ്സിൻ്റെ ഏരിയ ടോട്ടൽ ഏരിയയുടെ 1/1/4 പാർട്ടായിരിക്കും അല്ലേ. അപ്പോൾ 1/4 പാർട്ട് എന്ന് പറയുമ്പോൾ 1/4 × ഏരിയ ഓഫ് ദി എലിപ്സ് ആണ് നമ്മൾ എടുക്കുക. നമ്മൾ തൊട്ടും പറഞ്ഞു ഏരിയ ഓഫ് ദി എലിപ്സ് എന്ന് പറയുന്നത് എന്താണ്, πAB ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എ എത്രയാണെന്നറിയാം, ബി എത്രയാണെന്നൊക്കെ അറിയാം. സോ ഏരിയ ഓഫ് ദി എലിപ്സിൻ്റെ 1/4 പാർട്ട് എടുക്കണം. അതിൽ നിന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ മൈനസ് ചെയ്യണം. എന്നാലേ നമുക്ക് ആ ബിറ്റ്വീൻ ഏരിയ കിട്ടുള്ളൂ. ബിറ്റ്വീൻ ഏരിയ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം, എലിപ്സിൻ്റെ ഏരിയ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ എലിപ്സിൻ്റെ ഏരിയയിൽ നിന്നും ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്യണം. കാര്യം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇതൊരു ട്രയാങ്കിളാണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ വളരെ എളുപ്പമാണ്, 1/2 × BH ചെയ്താൽ മതി. അപ്പോൾ 1/4 പാർട്ട് ഓഫ് ദി എലിപ്സ് എന്ന് പറഞ്ഞാൽ 1/4 × π × എ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് 3 × 2 a × b എന്നുള്ളത് 3 × 2 എന്ന് എഴുതാം. സോ ദിസ് ഈസ് ഏരിയ ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ മൈനസ് ചെയ്യണം. സോ 1/2 ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ, 3 അല്ലേ. ഇത് മൈനസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി, ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാര്യം എന്താണ്, 4 ക്വാഡ്രൻസിൽ നമുക്ക് ഏരിയാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് ഇതെന്തായിരിക്കും വരിക നോക്കിക്കേ. ഇവിടെ നമുക്ക് 4 ഇത് ആക്ച്വലി കിട്ടുന്നത് 6π/4 അല്ലേ. 4 × 6π/4 മൈനസ് ഇവിടെ വരുന്ന എത്രയാണ് 4 × 6/4 ടോട്ടൽ മൈനസ് മൾട്ടിപ്ലൈ ചെയ്യണം 4 ഉണ്ട് കേട്ടോ. ടോട്ടൽ ഏരിയ ആണ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. സോ 4 × 6π/4 മൈനസ് 4 × 1/2 × 2 × 3 ആണ് വരിക. സോ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് 6π മൈനസ് ഇത് എത്ര കിട്ടും, 12 എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു 6നെ വേണമെങ്കിൽ കോമൺ ആയിട്ട് പുറത്തെടുക്കുക, ഓപ്ഷൻ അനുസരിച്ച് ചെയ്യണം. 6നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് π - 2 എന്നാണ്. സോ വാട്ട് ഈസ് ദി ആൻസർ, 6 × π - 2. സോ ഓപ്ഷൻ ഏതാ കറക്റ്റ് വരിക, ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരിക. ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻസ് യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ സാധാരണ എലിപ്സിൻ്റെ ഏരിയ പഠിച്ചു വെക്കണം. എലിപ്സിൻ്റെ ഏരിയ πAB ആണ്. അതുപോലെ എന്താണ് എലിപ്സിൻ്റെ ഏരിയ πAB ആണ്. അതിലെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആകുമ്പോൾ 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ആ കിട്ടിയ ആൻസറിനെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ടോട്ടൽ ഏരിയ നമുക്ക് കിട്ടും. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ മാത്രമാണ് ചോദിച്ചതെങ്കിൽ ടോട്ടൽ 4 കൊണ്ട് മൾട്ടിപ്ലൈൻ്റെ ആവശ്യമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ്, ഏരിയ ബൗണ്ടഡ് ബൈ ദി ലൈൻ y = mx. പ്രത്യേകം ശ്രദ്ധിക്കണം, y = mx ആണ് വിത്ത് പരാബോളയാണ്. പരാബോള എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് y² = 4ax കേസ് ഉണ്ട്, x² = 4ay കേസ് ഉണ്ട്. അപ്പോൾ y² = 4ax എടുക്കുന്ന സമയത്ത് ഈ y = mx ആയിട്ട് ഉണ്ടാക്കുന്ന എന്താണ് ഏരിയ, അത് ബൗണ്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഈ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് 8a² / 3m³ ആണ്. 8a² / 3m³ ആണ് വരിക. ഓക്കെ, അപ്പോൾ അടുത്തതുപോലെ അപ്വേർഡ് പരാബോള ആകുമ്പോൾ മറ്റൊരു ഇക്വേഷൻ കൂടെ വരും. അപ്പോൾ ഇത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അത് വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റൻ ഇതാണ്, ഇഫ് ദി ഏരിയ ബൗണ്ടഡ് ബൈ ദി പരാബോള y² = 4λx. ഇപ്പോൾ y² = 4λx നിങ്ങൾ y² = 4ax ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുക 4λയും 4aയും. ഇത് നോക്കിക്കേ 4a = എന്താണ്, 4λ. സോ നമുക്ക് എ എന്താണെന്ന് കിട്ടി, ലാംഡ കിട്ടി. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. a = എന്താണ്, ലാംഡ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് തന്നിരിക്കുന്നത് y = λx എന്ന് പറയുന്ന ലൈനല്ലേ. അതിന് നമ്മൾ y = mx ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് m = എന്താണെന്ന് കിട്ടി മക്കളെ, ലാംഡ എന്ന് കിട്ടി. ശരിയല്ലേ. ഇനി നമ്മളെ ഏരിയ എന്താണ്, ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ലൈനും പരാബോളയും എൻക്ലോസ് ചെയ്യുന്ന ഏരിയ 1/9 തന്നിട്ടുണ്ട്. അപ്പോൾ 1/9 എന്തിനോട് ഈക്വൽ ആണ്, നമ്മളിവിടെ ഫോർമുല പറഞ്ഞല്ലോ 8a² / 3m³ അല്ലേ. 8a² / 3m³ ആണ്. ദാറ്റ് ഈസ് ഗിവൺ ടു ബി 1/9. അപ്പോൾ എൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കുകയാണ്. സോ 8 × a എന്ന് പറഞ്ഞാൽ എത്രയാണ്, ലാംഡയാണ്. അപ്പോൾ ഇവിടെ λ² /
3 ഇൻറ്റു എം എന്ന് പറഞ്ഞ ലാംഡയാണ്. അപ്പോൾ എം ക്യൂബ് എന്ന് പറഞ്ഞാൽ ലാംഡ ക്യൂബായി, ദാറ്റ് ഈസ് ഈക്വൽ എന്താണ് 1/9 എന്ന് കിട്ടി. ശരിയല്ലേ? അപ്പോൾ നമുക്കിവിടെ ലാംഡ സ്ക്വയറും ലാംഡ ക്യൂബൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 8/3 ലാംഡ ഇസ് ഈക്വൽ ടു 1/9 എന്ന് കിട്ടി. നമുക്ക് ഈ 3യും 9ഉം കട്ട് ചെയ്താൽ ഇവിടെ 3 വരും. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 24 ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടി. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ലാംഡ? 24. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരിക. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇപ്പം എങ്ങനെ ചെയ്തതെന്ന് ക്ലിയർ ആണോ? അപ്പോൾ ലാംഡ 4a ഇസ് ഈക്വൽ ടു 4 ലാംഡ, അതിൽ നമുക്ക് എ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളെ ഫോർമുല ഇതാണ്, 8a² m ക്യൂബാണ്. y = mx ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? എമ്മും കിട്ടും. അപ്പോൾ എമ്മും ലാംഡയാണ്. അത് ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫിൻ്റെയോ ഇൻ്റഗ്രേഷൻ്റെയോ ആവശ്യമില്ല, നേരെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. അടുത്ത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് ലെബനിസ് തിയറം. ലെബനിസ് തിയറം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും മിക്കവാറും പരീക്ഷകളിലൊക്കെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇത് സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കുക, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പ്രോബ്ലം 1-2 പ്രോബ്ലം നല്ല വൃത്തിയിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം ചെയ്ത് വന്നാലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് ഇൻ്റഗ്രൽ ഫ്രം g(x) to h(x) f(t)dt എന്നാണ്. ഇപ്പോൾ ലെബനിസ് തിയറം എല്ലാവർക്കും അറിയാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ അപ്പർ ലിമിറ്റ് നമ്മൾ കൊണ്ടുപോയിട്ട് ടിക്ക് കൊടുക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പർ ലിമിറ്റ് ഫോർ ടി ആൻഡ് ദെൻ സെയിം ടൈം നിങ്ങൾ അപ്പർ ലിമിറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. h'(x) കാണണം. അതാണിത് f(h)(x). എഫിനകത്ത് ടി ഉണ്ട്, ടിക്ക് നമ്മൾ h(x) കൊടുക്കുന്നു. അതേസമയത്ത് നമ്മൾ എച്ചിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അതിൻ്റെ നൊട്ടേഷൻ എന്താണ്? f'(x). ഇതാണ് മോനെ x² ഇസ് ഈക്വൽ ടു 4y ഇക്വേഷൻ. ഇതാണ് ഡാർവിൻ. ഓക്കെ, x² ഇസ് ഈക്വൽ 4ay ആൻസറൊക്കെ വരുമ്പോഴത്തേക്ക് 8a² m ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ആണ് വരിക കേട്ടോ. അത് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്, അതെന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ലെബനിസ് തിയറം ഒന്നും കൂടെ പറയാം. നമുക്ക് ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് h(x) ഫോർ ടി, ഡിഫറൻഷ്യേറ്റ് h(x) മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ലോവർ ലിമിറ്റ് ഫോർ ടി ആൻഡ് ഡിഫറൻഷ്യേറ്റ് ലോവർ ലിമിറ്റ്. ഓക്കെ, ഇതാണ് നമ്മൾ ലെബനിസ് തിയറം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത് ക്ലിയർ ആവും. ഇതാണൊരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ എടുക്കാം. സപ്പോസ് ദിസ് ഈസ് യുവർ f(x). ഓക്കെ, f(x) ഇതാണ്. അപ്പോൾ ഒരു ലെബനിസ് തിയറം അപ്ലൈ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എങ്ങനെ മനസ്സിലാക്കുക? നിങ്ങൾ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റിൽ സാധാരണ നമ്മൾ a to b എന്നൊക്കെ ലിമിറ്റ് പറയുമ്പം അതിൻ്റെ ലിമിറ്റ് വേരിയബിൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, tan x കാണാം ലിമിറ്റിൽ, cot x കാണാം. വേരിയബിൾ ലിമിറ്റ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മിക്കപ്പോഴും പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യേണ്ടത് ലെബനിസ് തിയറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ f(x) എന്ന് എടുത്തു. ആ ലെബനിസ് റൂളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. f(x) ഈക്വൽ ടു ദിസ്. നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. സോ f'(x) ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത് മക്കളെ? ഈ അപ്പർ ലിമിറ്റ് ആദ്യം നിങ്ങൾ ഇവിടെ കാണുന്ന എല്ലാ ടീകൾക്കും കൊടുക്കണം. അപ്പർ ലിമിറ്റ് നിങ്ങൾ ഈ ഫംഗ്ഷനകത്തുള്ള ടീക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ tan x അല്ലേ? ഇവിടെ tan x വരും, ഇവിടെ tan² x വരും. ശരിയല്ലേ? എന്നിട്ട് നിങ്ങൾ അതേ സമയത്ത് അപ്പർ ലിമിറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഓക്കെ, ലോവർ ലിമിറ്റ് കോൺസ്റ്റൻ്റ് ആണ് 1/e. ലോവർ ലിമിറ്റ് കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ലോവർ ലിമിറ്റിനെ ഡിഫറൻഷ്യേറ്റ് കൂടെ ചെയ്യുന്ന സമയത്ത് അത് 0 ആയി പോകും. അതുകൊണ്ട് അവിടെ അത് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഞാൻ. അപ്പോൾ tan x-ന് t എന്ന് കൊടുത്തു കഴിഞ്ഞാൽ f'(x) ഈക്വൽ ടു tan x ഡിവൈഡഡ് ബൈ 1 + tan² x എന്നുണ്ട്. ഇൻറ്റു സെയിം ടൈം ഐ ഹാവ് ടു ഡിഫറൻഷ്യേറ്റ് ദി അപ്പർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് ഡെറിവേറ്റീവ് എന്താണ്? sec²x. ശരിയല്ലേ? അപ്പോൾ അത് കഴിഞ്ഞു. -0 ആണ് വരിക. അത് നിങ്ങൾ എഴുതാൻ നിർബന്ധമില്ല. അങ്ങനെ 0 വന്ന് ലോവർ ലിമിറ്റ് 1/e നിങ്ങൾ ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം 1/eനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 1/e ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. അതുകൊണ്ട് ലോവർ ലിമിറ്റ് കോൺസ്റ്റൻ്റ് എന്ന് കഴിഞ്ഞാൽ ലോവർ ലിമിറ്റ് ആയിക്കോട്ടെ അപ്പർ ലിമിറ്റ് ആയിക്കോട്ടെ എപ്പോഴും അത് 0 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പ്ലസ് അടുത്ത ചെയ്യണം. പ്ലസ് അടുത്ത നമ്മൾ cot x ആണ് അപ്പർ ലിമിറ്റ്. സോ വി സബ്സ്റ്റിറ്റ്യൂട്ട് cot x ഫോർ ടി. അപ്പോൾ നമുക്ക് അവിടെ വരുന്നത് എന്താണെന്നറിയോ? 1/cot x ഇൻറ്റു 1 + cot² x എന്ന് വരും. സെയിം ടൈം വി ഹാവ് ടു ഡിഫറൻഷ്യേറ്റ് ദി അപ്പർ ലിമിറ്റ്. ഇറ്റ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് cot x, ദാറ്റ് ഈസ് -cosec² x എന്നാണ് വരിക. ഓക്കെ, ഇവിടെ ഈ മൈനസ് ലോവർ ലിമിറ്റ് ആയതുകൊണ്ട് 0 ആണ്. ലോവർ ലിമിറ്റ് കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് അത് 0 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. 1 + tan² x എന്ന് പറഞ്ഞാൽ sec² x ആണ്, അത് കട്ട് ചെയ്ത് പോയി. 1 + cot² x എന്ന് പറഞ്ഞാൽ cosec² x ആണ്, അത് കട്ട് ചെയ്ത് പോയി. സോ ദിസ് ബിക്കംസ് ഓൺലി tan x. tan x പിന്നെ ഒരു പ്ലസ്, പിന്നെ അവിടെ ഒരു മൈനസ് എന്നുണ്ട് 1/cot x. -1/cot x എന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു tan x - 1/cot x is tan x. സോ ദ ആൻസർ ഇസ് 0. 0 എന്ന് കിട്ടിയല്ലോ മക്കളെ.
അപ്പോൾ ഈ റൂൾ അപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് ആൻസർ 0 കിട്ടി. എന്താണ് 0 കിട്ടിയത്? f' x നമുക്ക് 0 എന്ന് കിട്ടി. എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. എഫ് ഓഫ് എക്സ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. കാരണം എന്താ? കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ 0. അപ്പോൾ f' x 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്താണ്? ഒറിജിനൽ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ അതേത് കോൺസ്റ്റൻ്റ് നമുക്കറിയില്ല. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞതിന് അർത്ഥം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്നാണ്. ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യാൻ ടേക്ക് എനി വാല്യൂ എന്നാണ് അർത്ഥം. എക്സിന് എന്ത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാൻ. കാര്യം എഫ് ഓഫ് എക്സ് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആണ്. കോൺസ്റ്റൻ്റ് ഒരിക്കലും എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സിനൊരു വാല്യൂ കൊടുക്കുകയാണ്. ഞാൻ എക്സിന് π/4 എന്ന് കൊടുക്കുകയാണ്. എന്തിനാ π/4 എന്ന് കൊടുത്തത് മനസ്സിലായോ? എക്സിന് π/4 കൊടുത്ത് നമുക്കിത് ചെയ്യാൻ എളുപ്പമാണ്. ഏത് വാല്യൂ കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഞാൻ π/4 കൊടുക്കാനുള്ള കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ വാല്യൂ ആണ്. നമുക്ക് വാല്യൂയിലേക്കൊന്നും എത്തിയിട്ടില്ല. നമ്മളത് ഇൻറ്റിഗ്രേഷൻ്റെ വാല്യൂയിൽ എത്തിയിട്ടില്ല. നമ്മൾ ഇത്രയും ചെയ്തത്, ഈ റൂൾ അപ്ലൈ ചെയ്തത് എഫ് ഓഫ് എക്സ് ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. എഫ് ഓഫ് എക്സ് ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എക്സിന് എന്ത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. എക്സിന് π/4 കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിതിനെ 1/e to tan π/4 എന്ന് എഴുതാം. ശരിയല്ലേ? ഇവിടെ എന്താ വരിക? tan π/4 വരും. tan π/4 എത്രയും മക്കളെ? 1 അല്ലേ? 1 t/1 + t² എന്ന് വരും. then dt പ്ലസ് ഇൻ്റഗ്രൽ ഫ്രം 1/e to cot π/4 എന്ന് വരും. cot π/4 is also 1. dt ഡിവൈഡ് ബൈ t × 1 + t² എന്ന് വന്നു. ശരിയല്ലേ? രണ്ടിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് സെയിം ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതിനെ ഒറ്റ സിംഗിൾ ഇൻ്റഗ്രലാക്കി എഴുതാം. ശരിയല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 1/e to 1. രണ്ടിനും കൂടെ സം ചെയ്ത് എഴുതാണ്. t/1 + t². എന്താ വരിക? t/1 + t² പ്ലസ് 1/t × 1 + t² എന്നല്ലേ വരിക. ദെൻ ഹോൾ dt എന്ന് എഴുതി. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? LCM എടുക്കണം. LCM എന്ന് പറഞ്ഞാൽ t × 1 + t² അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താ വരിക? ഇവിടെ 1/e to 1. ഇവിടെ ഞാൻ മുകളിലും താഴെയും t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഒരു t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ ഒരു t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്റർ സെയിം ആയി. അപ്പോൾ നമുക്ക് ഈ ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ t² ആയല്ലോ. t² + 1 ഡിവൈഡ് ബൈ കോമൺ ആയിട്ട് എന്താ വരിക? t × 1 + t² എന്ന് വരും. ശരിയല്ലേ മക്കളെ? 1 + t² എന്ന് വരും. ഇൻറ്റു dt എന്ന് വന്നു. സോ 1 + t² ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്കുള്ളത് ഇൻ്റഗ്രൽ ഫ്രം 1/e to 1 1/t dt ആണ്. ഇതിന് ആൻസർ എന്താ വരിക? log t എന്ന് വരും. ദാറ്റ് ഈസ് ഫ്രം 1/e to 1. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ log 1 മൈനസ് log 1/e എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു log 1 0 മൈനസ് log 1/e എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് വരും അല്ലേ? log 1/e എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് log e ആണ്. അത് നെഗറ്റീവ് പ്ലസ് ആയി log e ആണ്. log e എത്രയാണ്? 1 ആണ്. സോ ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1 ആയിട്ടാണ് കിട്ടുക. ഓക്കെ, ഫൈനൽ ആൻസർ ഈസ് 1. ക്ലിയർ ആണല്ലോ? അപ്പോൾ 1/t ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുന്നു. അപ്പർ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് log 1 0 വരും. ലോവർ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് log 1/e ആണ് വരും. അത് മൈനസ് log e ആണ്. മൈനസ് പ്ലസ് ആവും. log e എത്രയാണ്? 1 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ആദ്യം ലെബനീസ് തിയറം കൃത്യമായിട്ട് അപ്ലൈ ചെയ്തു. അതിനുശേഷം എഫ് ഓഫ് എക്സ് 0 ആണെന്ന് കിട്ടി. f' x 0 എന്ന് കിട്ടി. f' x 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിന് എന്ത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. സോ നമ്മൾ എക്സിന് π/4 ചൂസ് ചെയ്യുന്നു. ബിക്കോസ് tan π/4 ഉം cot π/4 ഒക്കെ 1 ആണ്. പിന്നെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ കഴിയും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് സം പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്. അതിൽ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസുകളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അതിൽ നോക്കിയേ, ഇതിലൊരെണ്ണം കൂടെ പറയാനുണ്ട്. അത് ജസ്റ്റ് ഞാൻ പറയാം കേട്ടോ. ഇതൊക്കെ ബേസിക്കായിട്ട് അറിയേണ്ട പ്രോപ്പർട്ടീസുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസുകളാണ് ഒന്നിവിടെ കാണുന്നത്. ഇതാ ഈ മൂന്നാമത്തത്. അതുപോലെ ഇത് ഇങ്ങോട്ടുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലൊരു പ്രോപ്പർട്ടി കൂടെ നിങ്ങൾക്ക് പറയാനുണ്ട്. അതിതാണ് 0 to 2a f of x dx എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 to a f of x dx അല്ലെങ്കിൽ f of x പ്ലസ് f of 2a minus x ഹോൾ dx. ഇങ്ങനൊരു പ്രോപ്പർട്ടി ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. 0 to 2a f of x dx ഈക്വൽ ടു 0 to a f of x പ്ലസ് f of 2a minus x dx എന്നുള്ള പ്രോപ്പർട്ടി പഠിച്ചിരിക്കണം കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. യെസ്, കിങ്സ് പ്രോപ്പർട്ടി ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അതൊക്കെ ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് ഞാൻ വായിക്കുന്നില്ല. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, ഇത് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ഫോർ ദി ഫംഗ്ഷൻ g of alpha? ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. g of alpha is given in terms of integral. നോക്കിയേ, π/6 to π/3 sin raised to alpha x divided by cos raised to alpha x sin. അപ്പോൾ അതിനു മുമ്പ് ഞാനിവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ ഒരു ഇൻ്റഗ്രേഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇൻ്റഗ്രൽ a to b f of x ഡിവൈഡഡ് ബൈ f of x plus f of a plus b minus x dx. അതായത്
നമ്മളിവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നോക്കി, ഇവിടെ ഒരു ന്യൂമറേറ്ററിൽ നിങ്ങളൊരു ഫംഗ്ഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതേ ഫംഗ്ഷൻ നിങ്ങൾക്ക് താഴെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കണം. സെയിം ഫംഗ്ഷൻ. ഈ ഒരു എക്സാമ്പിളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ഥിതിക്ക് ഇതാണ് എഫ് ഓഫ് എക്സ് അല്ലേ, മുകളിൽ കാണുന്നതല്ലേ എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇത് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അതേ ഫംഗ്ഷൻ താഴെ ഇവിടെയുണ്ട് എഫ് ഓഫ് എക്സ്, കണ്ടോ. അപ്പം നിങ്ങൾ അടുത്ത ഫംഗ്ഷൻ എന്താണെന്ന് നോക്കണം, എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം നമ്മളിവിടെ എഫ് ഓഫ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് സൈൻ റേസ് ടു ആൽഫ എക്സ് ആണ്. ഇതാണ് എഫ് ഓഫ് എക്സ്. ആ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്കിതാ ഇവിടെയുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു റിസൾട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതാണ് ഫംഗ്ഷൻ, സെയിം ഫംഗ്ഷൻ ഇവിടെയുണ്ട്. ഇനി ഇത് കൺഫേം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ചെയ്ത് നോക്കണം. എ പ്ലസ് ബി എന്ന് പറയുമ്പോഴത്തേക്കും π/6 പ്ലസ് π/4 ആണല്ലോ, സോറി π/3. ഇതാണല്ലോ എഫ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത്. എ പ്ലസ് ബി മൈനസ് എക്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതണം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതെത്രയാണ് മക്കളെ വരിക, π/6 പ്ലസ് π/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, π/2. π/2 മൈനസ് എക്സ് കണ്ടുപിടിക്കണം. എഫ് ഓഫ് π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന് കൊടുത്താൽ മതി. സൈൻ റേസ് ടു ആൽഫ എക്സിന് നമ്മൾ π/2 മൈനസ് എക്സ് എന്ന് കൊടുക്കുന്നു. അങ്ങനെ നമ്മളത് കോസ് റേസ് ടു ആൽഫ എക്സ് എന്ന് കിട്ടുന്നു. ശരിയല്ലേ. സൈൻ π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് എക്സ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതേ ഫംഗ്ഷൻ താഴെ ഉണ്ടോ നോക്കണം. താഴെ ആ ഫംഗ്ഷൻ്റെ ഒരു ടേം ഉണ്ടാവും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഒരേപോലെ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തത് ആ ഫംഗ്ഷനെ എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ആക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ ചെയ്ത് നോക്കിയത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് എഫ് ഓഫ് എക്സ് ആണ്, ഇതും എഫ് ഓഫ് എക്സ് ആണ്. ഇതെന്താ നമ്മൾ കൺഫേം ചെയ്തു, എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ആണ് നമ്മൾ ഇതാ ഇവിടെ കൺഫേം ചെയ്തു. ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്താ വരിക മക്കളെ, ബി മൈനസ് എ ബൈ 2 ആണ്. അതായത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ബൈ 2. അപ്പോൾ ജി ഓഫ് ആൽഫനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അപ്പർ ലിമിറ്റ് π/3 മൈനസ് ലോവർ ലിമിറ്റ് π/6 ഡിവൈഡഡ് ബൈ 2. ഇതെത്രയാ, π/3 എന്ന് π/6 കുറച്ചാൽ π/6, π/6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ π/12. അപ്പോൾ ജി ഓഫ് ആൽഫ എന്താണെന്ന് കിട്ടി, π/12 എന്ന് കിട്ടി. ആൻസറായി കഴിഞ്ഞ സംഭവം. ഓക്കെ, ഇനി നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കുക. ജി ഓഫ് ആൽഫ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ. നിങ്ങൾക്കറിയാം ജി ഓഫ് ആൽഫ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. π/12 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് തെറ്റല്ലേ. ജി ഓഫ് ആൽഫ ഹാസ് ആൻ ഇൻഫ്ലക്ഷൻ പോയിന്റ്. കോൺസ്റ്റൻ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന് ഇൻഫ്ലക്ഷൻ പോയിന്റ് ഉണ്ടോ, ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ ഓപ്ഷൻ തെറ്റാണ്, ഈ ഓപ്ഷൻ തെറ്റാണ്. സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണോ, അല്ല. കോൺസ്റ്റൻ്റ് ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ടാവില്ല. പിന്നെ എന്ത് ഫംഗ്ഷനാണിത്, ഈ ഫംഗ്ഷൻ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ നമുക്ക് എന്താണെന്നേ പറയാൻ പറ്റുള്ളൂ, ഈവൻ ഫംഗ്ഷൻ ആണെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഇസ് ഓൾവേസ് ഈവൻ ഫംഗ്ഷൻ. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ പീരീഡ് ഡിഫൈൻഡ് അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ ജി ഓഫ് ആൽഫ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, π/12 ആണ്. അത് ഈവൻ ഫംഗ്ഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഇൻക്രീസിങ് അല്ല, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഡിക്രീസിങ് അല്ല, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്തല്ല, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഇല്ല. അപ്പോൾ പിന്നെ ഇവിടെ ഓപ്ഷനിൽ ഏതേ വരുന്നുള്ളൂ, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്, ഇത് കറക്റ്റാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, ഫംഗ്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യലാണ് എഫ് ഓഫ് എക്സ്, താഴെ എഫ് ഓഫ് എക്സ് പ്ലസ് വേറൊരു ഫംഗ്ഷൻ. ആ രണ്ടാമത്തെ ഫംഗ്ഷന് നിങ്ങൾ എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ആണെന്ന് കൺഫേം ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ വീണ്ടും ഇത് എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടാവും, ഇത് വീണ്ടും വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. സോ നന്നായിട്ട് ശ്രദ്ധിക്കണം. സി, ഇവിടെ ഞാൻ എഴുതുന്നത് 0 to 2a എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. 0 to 2a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ പ്രോപ്പർട്ടി, 0 to 2a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഫ്രം 0 to a എഫ് ഓഫ് എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ ഫ്രം 0 to a എഫ് ഓഫ് എക്സ് പ്ലസ് ഇവിടെ ഇതിനകത്ത് തന്നെ എഴുതാം എഫ് ഓഫ് എന്താണ് 2a മൈനസ് എക്സ് ഡി എക്സ്. ഇതാണ് ആ പ്രോപ്പർട്ടി. ഇത് കിങ്സ് പ്രോപ്പർട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. കിങ്സ് പ്രോപ്പർട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് ഐ സീക്വൽ എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റൻ എഴുതി വീണ്ടും ഐ എഴുതി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് സിംപ്ലിഫിക്കേഷൻ ചെയ്ത് i പ്ലസ് രണ്ടും കൂടെ ആഡ് ചെയ്ത് 2i കിട്ടും. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് മുമ്പോട്ട് പോകാം. അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഇത് വെച്ചിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് പറയാം, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ എനിക്കിവിടെയുള്ള ഫംഗ്ഷൻ എന്താണ്, 0 to 2a എന്നുള്ള ഫോമിലാണുള്ളത് അല്ലേ. 0 to 2a എന്നുള്ള ഫോമിലാണ് എനിക്കിവിടെ ഫംഗ്ഷൻ ഉള്ളത്. അപ്പം ഞാൻ അതിനെ എഴുതുന്നത് ശ്രദ്ധിച്ചോ, ദാറ്റ് ഈസ് ഈക്വൽ ടു അതായത് ഞാൻ ഇതിനെ i എന്നെടുക്കുകയാണ്, ഇതിനെ ഞാൻ i എന്നെടുക്കുകയാണ്. സോ ഞാനിവിടെ എഴുതുന്നത് i ഈസ് ഈക്വൽ ടു ആണ്. സോ ദാറ്റ് i ഈസ് ഈക്വൽ ടു 0 to a. ഞാനിത് ഈ പ്രോപ്പർട്ടി അപ്ലൈ ആണ്. 0 to a എഫ് ഓഫ് എക്സ് അതേപോലെ എഴുതണം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഫംഗ്ഷൻ ഓഫ് തീറ്റയാണ്. അതായത് തീറ്റ ഇൻറ്റു സൈൻ റേസ് ടു 2024 തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ റേസ് ടു 2024 തീറ്റ പ്ലസ് കോസ് റേസ് ടു 2024 തീറ്റ എന്നെഴുതി. ഇതെന്താണ്, ജസ്റ്റ് എഫ് ഓഫ് എക്സ് ആണ്, അല്ലെങ്കിൽ എഫ് ഓഫ് തീറ്റയാണ്. ഇനി അടുത്ത് എന്താണ് എഴുതുന്നത്, എഫ് ഓഫ് 2a മൈനസ് എക്സ് ആണ്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഫംഗ്ഷനിൽ നിങ്ങൾ എല്ലാ തീറ്റേനെയും 2a മൈനസ്
തീറ്റ വെച്ച് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ എവിടെയൊക്കെ തീറ്റ ഉണ്ടെന്ന് നോക്കിക്കേ. ഇതാ ഈ കാണുന്ന തീറ്റേനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ കാണുന്ന തീറ്റേനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, 2a മൈനസ് തീറ്റയാക്കി റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇവിടെ നമുക്ക് വരുന്നത് 2a എന്ന് പറയുന്നത് ഇവിടെ 0 to a എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പൈ ആണ് കേട്ടോ. അത് ശ്രദ്ധിക്കണേ, പ്രത്യേകം ശ്രദ്ധിക്കണം. 0 to a എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, പൈ ആണ്. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യേണ്ടത്, 2π അല്ലേ, എന്ത് ചെയ്യണം, തീറ്റേനെ ഞാൻ മാറ്റുന്നത് 2π മൈനസ് തീറ്റ വെച്ചിട്ടാണ്. സോ 2π മൈനസ് തീറ്റ എന്ന് എഴുതി ഇൻറ്റു സൈൻ റേസ് ടു 2024 2π മൈനസ് തീറ്റ ഡിവൈഡ് ബൈ താഴെ എന്താണ് സൈൻ റേസ് ടു 2024 2π മൈനസ് തീറ്റ പ്ലസ് കോസ് റേസ് ടു 2024 ഇവിടെ എന്താണ് 2π മൈനസ് തീറ്റ എന്ന് എഴുതി. ഇനി എന്താ സൈൻ 2π മൈനസ് തീറ്റ എന്നൊക്കെ എല്ലാവർക്കും അറിയാം. കോസ് 2π മൈനസ് തീറ്റ സൈൻ 2π മൈനസ് തീറ്റ ഈവൻ പവറാണ്, അതുകൊണ്ട് എല്ലാ ട്രിഗണോമെട്രി അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്കറിയാം ഇതെന്താണ്, ഞാനത് വീണ്ടും എഴുതുന്നില്ല. ഇതെന്താണ് ആക്ച്വലി, ഇത് സൈൻ തീറ്റയാണ്, ഇതും സൈൻ തീറ്റയാണ്, ഇത് കോസ് തീറ്റയാണ് അല്ലേ. അത് വീണ്ടും ഒരു സ്റ്റെപ്പായിട്ട് എഴുതുന്നില്ല. അത് സൈൻ തീറ്റയാണ്, താഴെ സൈൻ തീറ്റയാണ്, കോസ് തീറ്റയാണ്. അത് മാറ്റമൊന്നുമില്ല, കാര്യം പവർ ഈവനാണ്, ഒരു മാറ്റമില്ല. ഓക്കെ, കോസ് എന്തായാലും പോസിറ്റീവാണ് ഫോർത്ത് ക്വാഡ്രൻറ്റിൽ, സൈന് നെഗറ്റീവ് ആയിരിക്കും, പക്ഷേ ഈവൻ പവർ ആയതുകൊണ്ട് അത് പോസിറ്റീവായിട്ട് റിമൈൻ ചെയ്യും. അപ്പോൾ എനിക്ക് ഇവിടുന്ന് കോമൺ ആയിട്ട് എന്തിനെ പുറത്തെടുക്കാൻ പറ്റും, ഈ ഇൻ്റഗ്രൽ 0 to π എനിക്ക് കോമൺ ആയിട്ട് സൈൻ റേസ് ടു 2024 തീറ്റ ഡിവൈഡ് ബൈ സൈൻ റേസ് ടു 2024 തീറ്റ പ്ലസ് കോസ് റേസ് ടു 2024 തീറ്റനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു തീറ്റയുണ്ട്, പ്ലസ് അവിടെ ഒരു 2π മൈനസ് തീറ്റയുണ്ട്, ദെൻ ഇൻറ്റു ഡി തീറ്റ. സോ മൈനസ് തീറ്റ പ്ലസ് തീറ്റ ക്യാൻസൽഡ്. ബാക്കി ഒരു 2π ഉണ്ട്, ആ 2πനെ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ആ 2πനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ നോക്കിയേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π. ബാക്കിയുള്ളത് 2πനെ ഞാൻ പുറത്തേക്ക് എടുത്തു, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് കേട്ടോ. ബാക്കിയുള്ളത് എന്താണ്, സൈൻ റേസ് ടു 2024 തീറ്റ ഡിവൈഡ് ബൈ സൈൻ റേസ് ടു 2024 തീറ്റ പ്ലസ് കോസ് റേസ് ടു 2024 തീറ്റ എന്നുണ്ടാവും, ഇൻറ്റു ഡി തീറ്റ ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു, ഇനി ഞാൻ അപ്ലൈ ചെയ്യുന്ന പ്രോപ്പർട്ടി ശ്രദ്ധിച്ചേ, 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to π/2. എന്താ ചെയ്തത്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പർ ലിമിറ്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സെക്കൻഡ് പ്രോപ്പർട്ടിയാണ്. സോ 2 കൊണ്ട് ഇൻ്റഗ്രേഷൻ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പർ ലിമിറ്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, സൈൻ റേസ് ടു 2024 തീറ്റ ഡിവൈഡ് ബൈ സൈൻ റേസ് ടു 2024 തീറ്റ പ്ലസ് കോസ് റേസ് ടു 2024 തീറ്റ ഡി തീറ്റ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച മക്കളെ, ഇത് f(x) ആണെങ്കിൽ അതേ f(x) ഇവിടെ ഇല്ലേ, അങ്ങനെയാണെങ്കിൽ ഇതെന്താണ് f(a + b - x) ആയിരിക്കും. യു ക്യാൻ ചെക്ക് ഇറ്റ്, π/2 മൈനസ് തീറ്റ, കോസ് π/2 മൈനസ് തീറ്റ എന്താണ്, സൈൻ തീറ്റയാണ്. പറയുന്നത് മനസ്സിലാവുണ്ടോ, ഇത് എഫ് ഓഫ് തീറ്റയാണ്, അതേ എഫ് ഓഫ് തീറ്റയാണ് ഇത്. ഇതെന്തായിരിക്കും, എഫ് ഓഫ് π/2 മൈനസ് തീറ്റ ആയിരിക്കും, അല്ലെങ്കിൽ 0 + π/2 മൈനസ് തീറ്റ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എപ്പോഴും വരുന്നത് എന്തായിരിക്കും, ഇതിൻ്റെ ആൻസർ വരുന്നത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് /2 ആയിരിക്കും. അതായത് ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ആൻസർ പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വരും, ദിസ് ഈക്വൽ ടു 4π ഇൻറ്റു എന്താ വരിക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2, ദാറ്റ് ഇസ് ഈക്വൽ ടു 4π ഇൻറ്റു എന്ത് വരും, π/4 വരും. ദാറ്റ്സ് ഈക്വൽ ടു π² എന്നാണ് ആൻസർ വരിക. 4 വിൽ ക്യാൻസൽ. ഓക്കെ, π² ഈസ് ദ ഫൈനൽ ആൻസർ. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇത് എഫ് ഓഫ് തീറ്റ, ഇത് എഫ് ഓഫ് തീറ്റ. അപ്പോൾ ആരാണ് കോസ് തീറ്റ എന്ന് പറയുന്നത്, കോസ് തീറ്റ എന്താണ് ആക്ച്വലി സൈൻ ഓഫ് 0 + π/2 മൈനസ് തീറ്റയാണ്. എന്ന് വെച്ചാൽ എഫ് ഓഫ് a + b മൈനസ് തീറ്റയാണ് എന്ത്, ഇത്. ഓക്കെ, അതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, π/2 - 0 ഡിവൈഡ് ബൈ 2 ആണ്. നമ്മളിവിടെ പറഞ്ഞില്ലേ, ഹാഫ് ഇൻറ്റു b - a അല്ലെങ്കിൽ b - a/2, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് /2 ആണ് ആൻസർ വരിക. ഓക്കെ അല്ലേ? റൈറ്റ്, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. അടുത്ത നമുക്ക് കുറച്ച് പീരിയഡിക് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടികളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്, 0 to nt എന്നുള്ളത് n × 0 to t ആണ്, വേർ t ഈസ് കോൾഡ് പീരീഡ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയും. ടീനെ വിളിക്കുന്ന പേര് എന്താണ്, പീരീഡ് ഓഫ് ദി ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങളെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇൻ്റഗ്രൽ ഫ്രം 0 to 2000 π. അവിടെ നോക്കുക, 2000 π, സം n π ഒക്കെ തരുന്ന സമയത്ത്, പ്രത്യേകിച്ച് വലിയ നമ്പറുകളൊക്കെ തരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, സൈൻ എക്സിൻ്റെ പീരീഡ്, എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ പീരീഡുകളൊക്കെ അറിഞ്ഞിരിക്കണം. സൈൻ എക്സിൻ്റെ പീരീഡ് നിങ്ങൾക്കറിയാം 2π ആണ്. അപ്പോൾ e⁻sin x-ൻ്റെ പീരീഡ് എന്തായിരിക്കും, ദാറ്റ് ഓൾസോ 2π. 1 + e⁻sin x-ൻ്റെ പീരീഡ് എന്താ, ദാറ്റ് ഓൾസോ 2π. അപ്പോൾ 1/1 + e⁻sin x-ൻ്റെ പീരീഡോ, ദാറ്റ് ഓൾസോ 2π. അപ്പോൾ പീരീഡ് മാറുന്നൊന്നുമില്ല. ഓക്കെ, പീരീഡിന് മാറ്റമൊന്നുമില്ല. സൈൻ എക്സിൻ്റെ പീരീഡ് 2π, അപ്പോൾ e⁻sin x-ൻ്റെ പീരീഡ് 2π, 1 + e⁻sin x-ൻ്റെ പീരീഡ് 2π. അതിൻ്റെ റെസിപ്രോക്കൽ ആണെങ്കിലും ശരി, പീരീഡ് എന്താണ്, 2π ആണ്. ദർ ഈസ് നോ ചേഞ്ച് ഓഫ് ദി പീരീഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, അപ്പോൾ പീരീഡ് 2π ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ 0 to എങ്ങനെ എഴുതണം മക്കളെ, 1000 എഴുതി ഇൻറ്റു 2π.
കാരണം എന്താ, ഞാൻ ഈ 2π എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പീരീഡാണ്. അതാണ് ടി എന്ന് പറയുന്നത്. ദിസ് ഇസ് ആക്ച്വലി സ്റ്റാൻഡ്സ് ഫോർ ടി. അതാണ് ഇതെന്താണ് ആക്ച്വലി 1000 എന്ന് പറഞ്ഞാൽ n ആണ്. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ 0 to nt ആണ്. സി ഫസ്റ്റ് പ്രോപ്പർട്ടി 0 to nt ഇസ് ഈക്വൽ ടു n ഇൻറ്റു 0 to t. പീരീഡാണ് എഴുതേണ്ടത്. അപ്പോൾ n ഇൻറ്റു 0 to t എന്ന് എഴുതണം. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? ഈ n എന്ന് പറയുന്നത് മനസ്സിലായല്ലോ, 1000 ആണ് n. പിന്നെ ഇവിടെ വരുന്നത് dx ഡിവൈഡ് ബൈ 1 പ്ലസ് ഇ റേസ് ടു സൈൻ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ 1000 ആദ്യം എഴുതി. ഇതാണ് n എന്ന് പറഞ്ഞാൽ. ഇൻ്റഗ്രൽ ഫ്രം 0 to 2π. പിന്നെയുള്ളത് dx ഡിവൈഡ് ബൈ 1 പ്ലസ് ഇ റേസ് ടു സൈൻ എക്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 0 to 2π dx ബൈ 1 പ്ലസ് ഇ റേസ് ടു സൈൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത പ്രോപ്പർട്ടി ഞാൻ ഒന്നും കൂടി ഇവിടെ എഴുതാം. 0 to 2a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്താണ് പ്രോപ്പർട്ടി? 0 to a എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് 2a മൈനസ് എക്സ് ഡി എക്സ്. ഇതാണ് ആ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി ഞാൻ ഒന്നും കൂടെ പറഞ്ഞതാണ്. ഇത് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യണം. എവിടെ അപ്ലൈ ചെയ്യണം? ഈ ഒരു ഫോർമുലയിൽ, ഈ ഒരു ഇൻ്റഗ്രേഷനിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. 1000 ഇൻറ്റു എന്തുള്ളത്? 1000 ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം 0 to എന്താണ് 0 to 2π അല്ലേ? 0 to 2π dx ഡിവൈഡ് ബൈ 1 പ്ലസ് ഇ റേസ് ടു സൈൻ എക്സ്. ഇതിനെങ്ങനെ എഴുതുന്നത് ശ്രദ്ധിച്ചേ. 1000 ഇൻറ്റു എങ്ങനെ എഴുതേണ്ടത്? ഇൻ്റഗ്രൽ ഫ്രം 0 to a. ഓക്കെ, എഫ് ഓഫ് എക്സ് അതേപോലെ എഴുതുന്നു. 1 പ്ലസ് ഇ റേസ് ടു സൈൻ എക്സ് അതേപോലെ എഴുതുന്നു. നോക്കിക്കേ, ഇവിടെ ഞാൻ എഫ് ഓഫ് എക്സ് അതേപോലെ എഴുതണം. പ്ലസ് എന്തെഴുതണം? 1 ബൈ 1 പ്ലസ് ഇ റേസ് ടു. ഇനി അടുത്ത് എന്ത് എഴുതേണ്ടത്? എഫ് ഓഫ് 2a മൈനസ് എക്സ്. എക്സിന് പകരം നമ്മൾ 2a മൈനസ് എക്സ് എന്നാണ് കൊടുക്കേണ്ടത്. ഇവിടെ 2a എന്ന് ഉദ്ദേശിക്കുന്നത് 2π ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇ റേസ് ടു സൈൻ എന്താണ്? 2π മൈനസ് എക്സ് ആണ്. ദെൻ ഹോൾ ഡി എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, 1 ബൈ 1 പ്ലസ് ഇ റേസ് ടു സൈൻ എക്സ് പ്ലസ് 1 ബൈ 1 പ്ലസ് ഇ റേസ് ടു 2π മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇ റേസ് ടു മൈനസ് സൈൻ എക്സ് വരും അല്ലേ? 2π മൈനസ് സൈൻ 2π മൈനസ് എക്സ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1 ബൈ ഇ റേസ് ടു സൈൻ എക്സ് ആണ്. അവിടെ നിങ്ങൾ എൽ സി എം ഒക്കെ എടുക്കണം. ഇതിന് നിങ്ങൾ 1 ബൈ ഇ റേസ് ടു സൈൻ എക്സ് എന്ന് എഴുതി അവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. 1000 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a. ഇവിടെ വീണ്ടും ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി മക്കളെ? പൈ ആണ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ ആണ്. ഓക്കെ, സോ 0 to π എൽ സി എം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയല്ലേ കിട്ടുക? 1 പ്ലസ് ഇ റേസ് ടു സൈൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ഇ റേസ് ടു സൈൻ എക്സ് എന്ന് കിട്ടും. സോ ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോയി 1 എന്ന് കിട്ടി. 1നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ 1 ആണ്. 1 ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈ എക്സ് കിട്ടും. എക്സിനെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈ കിട്ടും. സോ ദിസ് ആൻസർ ഈസ് ഗോയിങ് ടു ബി 1000π. എന്താ ആൻസർ വരിക? 1000π ആണ് ആൻസർ വരിക. ഓക്കെ, അവിടെ ഒന്ന് എൽ സി എം ഒക്കെ എടുത്തിട്ട് ആ ഇ റേസ് ടു 1 പ്ലസ് ഇ റേസ് ടു സൈൻ എക്സും താഴത്തെ 1 പ്ലസ് ഇ റേസ് ടു സൈൻ എക്സും ക്യാൻസൽ ചെയ്ത് പോയി 1 കിട്ടും. 1 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, 100π ആണ്, സോറി 1000π ആണ് ആൻസർ വരിക, ഫൈനൽ ആൻസർ വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സുമായിട്ട് സാറ് വരുന്നുണ്ട്. അപ്പോൾ പരീക്ഷകളൊക്കെ നന്നായിട്ട് എഴുതി പൊളിക്കുക കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സെറ്റല്ലേ? റണ്ണായോ?
യെസ്, ഗുഡ് ഈവനിങ് മക്കളെ. ഗുഡ് ഈവനിങ്. ഓഡിയബിൾ ആണല്ലോ അല്ലേ? വിസിബിൾ ആണല്ലോ? കേൾക്കാനുണ്ടോ? ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്, പിന്നെ വെക്ടർ 3D എന്ന് പറയുന്ന 2 ചാപ്റ്ററാണ്. ടോട്ടൽ 4 ചാപ്റ്ററാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിലേക്ക് കിടക്കട്ടെ. ഓക്കെ, ഓൾറെഡി സെറ്റല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ, മെട്രിക്സിൽ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, മെട്രിക്സിൽ ആദ്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഹയർ പവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു മെട്രിക്സ് തന്നിട്ട് അതിൻ്റെ ഹയർ പവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എപ്പോഴും നോക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അതിൽ ഞാനൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു മെട്രിക്സ് തന്നു, പിന്നെ അതിൻ്റെ A⁻31 അല്ലേ, ഒരു മെട്രിക്സ് തന്നിട്ട് അതിൻ്റെ ഹയർ പവർ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഉള്ളത്. നോക്കിക്കോളൂ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ലെറ്റ് ആൽഫ ബി ദ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ x² + x+1 = 0 ആൻഡ് A ഈസ് ദ മെട്രിക്സ് ഗിവൺ ബൈ ദെൻ വാട്ട് ഈസ് A⁻31. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടോ? നോക്കിക്കോളൂ. അപ്പോൾ ഈ x² + x+1 = x² + x+1 = 0 എന്ന് പറയുന്ന ഇക്വേഷൻ സോൾവ് ചെയ്താൽ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് x² + x+1 = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ കിട്ടുക x എന്തൊക്കെയാണ് കിട്ടുക നോക്കിയേ, x ഒമേഗ ആൻഡ് x ω² എന്നാണ് കിട്ടുന്നത് അല്ലേ? അത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ക്ലിയർ അല്ലേ? ദെൻ അങ്ങനെയാണെങ്കിൽ നോക്കൂ, ആൽഫ ബി ദ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുവെച്ചാൽ ആൽഫ എന്ന് പറയുന്നത് ഒമേഗ എന്നെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആൽഫ എന്ന് പറയുന്നത് എന്താക്കിയെടുക്കാം, ω² എന്നെടുക്കാം. വെരി ഗുഡ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിൽ നോക്കൂ, A⁻31 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമുക്കൊരു A² അല്ലെങ്കിൽ ഒരു A³ A⁴ നോക്കിയിട്ട് നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, A² എടുക്കുന്നു അല്ലേ? A² എടുക്കുന്നതായ സമയത്ത് A² = 1/√3 ഇൻറ്റു ഫസ്റ്റ് നമ്മൾ എഴുതണം, എന്താ എഴുതണ്ടേ, 1 ആൽഫ ഈസ് ഒമേഗ, x² + x+1 = 0ൻ്റെ റൂട്ട്സ് ആണ് ആൽഫ. അപ്പോൾ നമുക്കത് മനസ്സിലായി, ഒമേഗയും ω² ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ അതിൽ ഒമേഗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 ഒമേഗ ω², 1 ഒമേഗ ω², പിന്നെന്താ വരിക, 1 ω², ω⁴, α⁴ എന്നുള്ളത് എന്താവും, ω⁴ ആവും. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയിൽ നമുക്ക് എന്തൊക്കെ അറിയാം, ഒമേഗയുടെ പവർ 3യുടെ മൾട്ടിപ്പിൾ ആകുന്ന സമയത്ത് വാല്യൂ എന്താണ്, 1 ആണ്, അറിയാലോ. അതേപോലെ തന്നെ 1 + ω + ω² = 0 അല്ലേ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ω⁴, α⁴ എന്നുള്ളത് ω⁴ ആവും. ω⁴ എന്ന് പറഞ്ഞാൽ ω³ ഒമേഗയാണ്. അപ്പം അതിൻ്റെ വാല്യൂ നമുക്ക് ഒമേഗ എന്ന് എഴുതാം അല്ലേ? A² = A × A ഇൻറ്റു 1/√3 ഇൻറ്റു 1 1 1 1 ω², 1 ω² ഒമേഗ എന്ന് എഴുതി കേട്ടോ. A² കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്ക് A⁻31 പോകേണ്ടത്. 1/√3 ഇൻറ്റു 1/√3 ഈസ് 1/3. ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ 1 × 1 അല്ലേ, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 3, 1 + 1 + 1 3. റെഡി അല്ലേ? പിന്നെ 1 + ω + ω², ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. അപ്പോൾ 1 + 1 × ω, 1 × ω², ω², 1 + ω + ω² ഈസ് 0 എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞു. ദെൻ 1 + ω² + ω വീണ്ടും എന്തായി, 0. 1 + ω + ω² 0. ദെൻ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അടുത്തത് 1 × 1 1 1 × ω + ω² വീണ്ടും ഇവിടെ 0. ദെൻ 1 + ω + 1 + സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 1 × 1 1 1 ω² + ω⁴. ω⁴ എന്ന് പറഞ്ഞാൽ ഒമേഗയാണ്. അപ്പോൾ അടുത്തതിൻ്റെ വാല്യൂ ഒമേഗയാണ്. അപ്പോൾ അടുത്തത് വീണ്ടും ഇവിടെ എന്തായി, 0 ആയി. ദെൻ 1 + ω³ + ω³. ω³ 1 ആണ്. അപ്പോൾ അത് 1 + ω³ 1. അപ്പോൾ 1 + 1 2, വീണ്ടും ω³. അപ്പം 1 + 1 + 1 അല്ലേ? അപ്പം 3 ആയി അല്ലേ? ദെൻ വീണ്ടും അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നമുക്ക് വരും 0 3 0.
ഇതാണ് എ സ്ക്വയർ. അപ്പോൾ അതിൽ നിന്ന് എല്ലാത്തൊന്നും നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ എ സ്ക്വയർ നമുക്ക് കിട്ടി. ആ 1/3 3 ക്യാൻസൽ ചെയ്ത് പോയി. 1 0 0 0 0 1 0 1 0. ഇതാണ് നമുക്ക് എ സ്ക്വയർ കിട്ടിയിരിക്കുന്നത്. നമുക്ക് എ റൈസ് ടു 31ൻ്റെ വാല്യൂയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ എ സ്ക്വയർ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് എ റൈസ് ടു 4 എടുത്ത് നോക്കാം. എ റൈസ് ടു 4 is equal to എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ആണ്. അപ്പോൾ എന്തായി, 1 0 0 0 0 1 0 1 0 അല്ലേ, ഇൻറ്റു 1 0 0 0 0 1 0 1 0. ആ രണ്ട് മെട്രിക്സും തമ്മിലുള്ള പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എ റൈസ് ടു 4 എന്ന് പറയുന്നത് 1 × 1. ഇവിടെ 1 വന്നു, അടുത്തത് 0 വന്നു, 0, പിന്നെ 0 1 0 0 0 1. നിങ്ങൾ പ്രോഡക്റ്റ് എടുത്ത് നോക്കുക കേട്ടോ. നോക്കൂ, എ റൈസ് ടു 4 എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3 എന്ന് നമുക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ എ റൈസ് ടു 4 1 എന്ന് വന്നു കഴിഞ്ഞു, അല്ല സോറി, ഐഡൻറ്റിറ്റി മെട്രിക്സ് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് കമ്പയർ ചെയ്ത് എഴുതാനേ ഉള്ളൂ. എ റൈസ് ടു 31 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ റൈസ് ടു 4 എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ എ റൈസ് ടു 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്താവും, എ റൈസ് ടു 4 ഇൻറ്റു എ റൈസ് ടു 4 ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് അഗൈൻ ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് മനസ്സിലായി, എയുടെ പവർ 4ൻ്റെ മൾട്ടിപ്പിൾ ആവുന്ന സമയത്താണ് എന്താണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആവുന്നത്. അപ്പോൾ 31ന് മുന്നേ ഉള്ള 4ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 28 ആണ്. എ റൈസ് ടു 28 ഇൻറ്റു എ ക്യൂബ് എന്ന് നമുക്കിത് എഴുതാം. എ റൈസ് ടു 28 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 4. അപ്പോൾ അത് ഐ വന്നു, ഐ ഇൻറ്റു എ ക്യൂബ്. ഐ ഇൻറ്റു എ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് മാറി, എ ക്യൂബായിട്ട് മാറി. ഇതേപോലെ കമ്പയർ ചെയ്യുന്നത്, അതായത് ഹയർ പവർ കമ്പയർ ചെയ്തിട്ട് എഴുതുന്ന ക്വസ്റ്റ്യൻസ് പലതവണ ചോദിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇതാണ് മെട്രിക്സിൽ വന്നിട്ടുള്ള നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. റെഡിയല്ലേ മക്കളെ? അപ്പോൾ ഈ x² + x + 1 = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അറിയണം, അത് ഒമേഗയും ഒമേഗ സ്ക്വയറുമാണ് അതിൻ്റെ റൂട്ട്സ് എന്ന്. അത് ഡയറക്റ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് സോൾവ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നോക്കിക്കോളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത് എ ബി ദ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓർഡർ 3 വിത്ത് വിത്ത് ഇൻറ്റീജർ. ശ്രദ്ധിക്കണം, അത് വിത്ത് ഇൻറ്റീജർ എൻട്രീസ്. സിമെട്രിക് മെട്രിക്സ് ആണ്, എല്ലാ എലമെൻസും എന്താണ്, ഇൻറ്റീജിയേഴ്സ് ആണ്. സം ഓഫ് ദ ഡയഗണൽ എലമെൻറ്റ്സ് എ സ്ക്വയർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്താണ്, 1 ആണ്. ഡയഗണൽ എലമെൻസിൻ്റെ സമ്മ് 1 ആണ്. സം ഓഫ് ദ ഡയഗണൽ എലമെൻറ്റ്സ് ഈസ് കോൾഡ് എന്താ, ട്രേസ് ഓഫ് ദ മെട്രിക്സ് നമുക്ക് പറയും. എന്തായാലും നോക്കാം. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക, സിമെട്രിക് മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഓർഡറിലുള്ള ഒരു സിമെട്രിക് മെട്രിക്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എഴുതി നോക്കാം. ജനറലായിട്ട് എഴുതാം. എ ബി ബി സി സിമെട്രിക് അല്ലേ നോക്കിയേ. എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ അല്ലേ നോക്കിയേ. അങ്ങനെയാണല്ലോ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ജനറലാക്കി എഴുതിയത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണിതിൽ, എയും ബിയും സിയും എന്തായിരിക്കണം, ഇൻറ്റീജേഴ്സ് ആയിരിക്കണം. ദെൻ എ സ്ക്വയർ കണ്ടുപിടിക്കാം നമുക്ക്, എ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഇൻറ്റു എഗെയിൻ എ ആണ്, എ ബി ബി സി. അപ്പോൾ എ സ്ക്വയർ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ എങ്ങനെ എ സ്ക്വയർ എടുക്കുക. എ സ്ക്വയർ കണ്ടുപിടിക്കാൻ അറിയാം, പക്ഷേ നമുക്കതിൽ എന്ത് മാത്രം മതി, ഡയഗണൽ എലമെൻറ്റ്സ് മതി അല്ലേ. ഡയഗണൽ എലമെൻറ്റ്സ് ആദ്യം വരെ ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, പിന്നെ സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളമാണ് അടുത്ത ഡയഗണൽ എലമെൻറ്റ് വരിക. ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ വരും. റെഡിയല്ലേ? സം ഓഫ് ദ ഡയഗണൽ എലമെൻറ്റ്സ്, ഇവിടെ ഒരു എലമെൻറ്റ് വരും, ഇവിടെ ഒരു എലമെൻറ്റ് വരും, എന്തോ ആയിക്കോട്ടെ. സം ഓഫ് ദ ഡയഗണൽ എലമെൻറ്റ്സ് 1 ആയിരിക്കണം എന്നാണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. അപ്പം ഈ ഡയഗണൽ എലമെൻറ്റ്സ് ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 2b സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താവും നോക്കിയേ, 0 ആവും. ഇതാണ് കണ്ടീഷൻ. ഈ തരത്തിൽ എയും ബിയും സിയും എത്ര വിധത്തിൽ എടുക്കാൻ പറ്റുമോ അത്രയും മെട്രിക്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എയും ബിയും സിയും എത്ര തരത്തിൽ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് സ്ക്വയർ ആയതുകൊണ്ട് ഇത് 0 അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പർ മാത്രമേ വരുള്ളൂ അല്ലേ? ശരിയല്ലേ? ഇനി
എപ്പോഴും ഇത് ശ്രദ്ധിക്കണം, ഇതിൻ്റെ സമ്മ് എന്താവണമെങ്കിൽ 0 ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ബീൻ്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കണം. അതായത് ബി സ്ക്വയർ അവിടെ 0 വന്നു കഴിഞ്ഞാൽ മാത്രമേ സമ്മ് 0 ആവുള്ളൂ. അല്ലെങ്കിൽ ബി വേറെ ഏതെങ്കിലും ഒരു ഇൻറ്റീജർ ബി സ്ക്വയർ വന്നു കഴിഞ്ഞാൽ സമ്മ് ഒരിക്കലും എന്ത് വരില്ല, 0 വരില്ല. എല്ലാം പോസിറ്റീവായിട്ടേ വരുള്ളൂ എന്ന് ആലോചിക്കണം. ശരിയല്ലേ? ഇനി എ സ്ക്വയറും ബി സ്ക്വയറും എയും ബിയും എത്ര തരത്തിൽ വരാം? സമ്മ് എത്രയാവണം? 0 ആവണം. എ 1 ആണ് എന്നുണ്ടെങ്കിൽ എ സ്ക്വയർ 1, അങ്ങനെയാണെങ്കിൽ സി എന്താവണം? 0 ആവണം. ബി ഈസ് ഓൾവേസ് 0, ബി ഈസ് ഓൾവേസ് 0, അപ്പം സി എന്താവാം? 1 ആവാം. അപ്പം എ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ശരിയല്ലേ? എ സ്ക്വയർ പ്ലസ് 2b സ്ക്വയർ, ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ? അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സം ഓഫ് ദ ഡയഗണൽ എലമെൻറ്റ്സ് ഈസ് 1 ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. 1. അപ്പോൾ സമ്മ് 1 ആയി. ഇനി എങ്ങനെ വരാം? എ എന്ന് പറയുന്നത് -1 വരാം. ബി ഈസ് ഓൾവേസ് 0, അപ്പോൾ സിയും 0. അതുപോലെ തന്നെ ബി ഈസ് ഓൾവേസ് 0, സി -1, എ എന്താവാം? 0 ആവാം. ഇത്രയും കേസസിൽ മാത്രമേ എന്താവുള്ളൂ? എ സ്ക്വയർ പ്ലസ് 2b സ്ക്വയർ പ്ലസ് സി സ്ക്വയർ 1 ആവുള്ളൂ. എ 1 അല്ലാത്തൊരു എലമെൻറ്റ് വന്നു കഴിഞ്ഞാൽ സമ്മ് ഒരിക്കലും എന്താവാൻ പോകുന്നില്ല മക്കളെ? 1 ആവാൻ പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പം എത്ര വിധത്തിൽ നമ്മൾ എയും ബിയും സിയും എടുത്തു? 1 2 3 4. അപ്പം എത്ര വിധത്തിൽ ആ മെട്രിസസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും? ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. 4 ഈസ് ദെൻ ദ പോസിബിൾ നമ്പർ ഓഫ് സച്ച് മെട്രിസസ് ഈസ്. അപ്പം നമുക്ക് 4 വിധത്തിൽ ആ മെട്രിക്സ് ഉണ്ടാക്കാൻ പറ്റും. സം ഓഫ് ദ ഡയഗണൽ എലമെൻറ്റ്സ് 1 ആവണം. ഞാൻ നേരത്തെ 0 വെച്ചിട്ടാണ് പറഞ്ഞു പോയത്, പക്ഷെ 1 ആണ് കേട്ടോ. ഞാൻ ആ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ഇത് വായിച്ച് നോക്കിയപ്പോൾ വന്ന മിസ്റ്റേക്കാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ മക്കളെ? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഈ റിസൾട്ട് ഒന്ന് പഠിച്ചു വയ്ക്കുക. എല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എ ഇൻറ്റു അഡ്ജോയിൻ്റ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുക അത് കേട്ടോ. അത് പഠിച്ചു വെക്കണം, ആ റിസൾട്ടുകളെല്ലാം തന്നെ. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട് മക്കളെ. അടുത്ത് അത് വെച്ചിട്ട് ഈ റിസൾട്ടുകൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കോളൂ. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടത് നോക്കിയാൽ എ ബി ദ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ് ഇൻവേർട്ടബിൾ മെട്രിസസ് എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ, ഇൻവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഡിറ്റേ നോട്ട് ഈക്വൽ ടു 0 ആണ് അല്ലേ? ദെൻ ഇനി അവർ പറഞ്ഞ കണ്ടീഷൻ ശ്രദ്ധിക്കുക. ഇതാ ഡിറ്റർമിനൻറ്റ് അഡ്ജ് 24a ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് അഡ്ജ് 3 അഡ്ജ് 2a എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ഡിറ്റേ സ്ക്വയറിലേക്ക് നമുക്ക് എത്തും വേണം. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്തുണ്ടാക്കുക? ഡിറ്റർമിനൻറ്റ് അഡ്ജോയൻറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിറ്റർമിനൻറ്റ് അഡ്ജോയൻറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റേ റൈസ് ടു n-1 ആണ്. n ഈസ് ദ ഓർഡർ ഓഫ് ദ മെട്രിക്സ് ആണ് അല്ലേ? ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, ഡിറ്റർമിനൻറ്റ് അഡ്ജ് എ ഇതാണ് എ. ഡിറ്റർമിനൻറ്റ് അഡ്ജ് എന്ന് പറഞ്ഞാൽ ഡിറ്റേ റൈസ് ടു n-1 ആണ് അല്ലേ? അപ്പോൾ എന്താ വരിക? ഡിറ്റ് എ എന്ന് പറയുന്നത് അവിടെ 24a എന്നാണ് അവിടെ കാണാം അല്ലേ? ഡിറ്റ് 24a സ്ക്വയർ ഡിറ്റേ റൈസ് ടു n-1, n 3 ആണ്. അപ്പോൾ 3 - 1 2. ലെഫ്റ്റിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ദെൻ ആ റൈറ്റിലും അതേ റിസൾട്ട് ഡിറ്റർമിനൻറ്റ് അഡ്ജ് എ ദ എ. ഡിറ്റർമിനൻറ്റ് അഡ്ജ് എ എന്ന് പറഞ്ഞാൽ എന്താ? ഡിറ്റേ റൈസ് ടു n-1. അപ്പോൾ ഡിറ്റർമിനൻറ്റ് 3 അഡ്ജ് 2a സ്ക്വയർ. ശരിയല്ലേ? അടുത്ത റിസൾട്ട് നിങ്ങൾക്കറിയാം, ഡിറ്റർമിനൻറ്റ് കെ എ ഈസ് ഈക്വൽ ടു കെ റൈസ് ടു n ഇൻറ്റു ഡിറ്റേ. കോൺസ്റ്റൻറ്റ് പുറത്ത് വരുമ്പം പവർ എന്തായിട്ട് മാറും? അതിൻ്റെ ഡിറ്റേ പവർ ഓർഡർ ഓഫ് ദ മെട്രിക്സ് ആവും. അപ്പോൾ അവിടെ 24 ആണ് അല്ലേ? അപ്പോൾ ആ 24 പുറത്തേക്ക് വരുന്ന പറയുന്നത് 24 ക്യൂബ് ഇൻറ്റു ഡിറ്റ് എ. കഴിഞ്ഞിട്ടില്ല, എന്തുണ്ട് അവിടെ? ഹോൾ സ്ക്വയർ ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ഡിറ്റ് 24a സ്ക്വയർ ഉണ്ട്. അതേപോലെ റൈറ്റിൽ ആ 3 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അതെന്താവും? 3 ക്യൂബ് ഇൻറ്റു ഡിറ്റ് അഡ്ജ് 2a. ശരിയല്ലേ? ഹോൾ എന്തുണ്ട്? സ്ക്വയർ ഉണ്ട്. ഓക്കെ,
24 ക്യൂബ് റേസ് ടു 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 24 റേസ് ടു 6 എന്ന് എഴുതാം അല്ലേ? 24 റേസ് ടു 6 ഇൻറ്റു ഡിറ്റേ സ്ക്വയർ. മനസ്സിലാവുന്നുണ്ടോ? 24 റേസ് ടു 6 ഇൻറ്റു ഡിറ്റേ സ്ക്വയർ. 3 റേസ് ടു 3 ഇൻറ്റു 2 6 ആവും. അപ്പോൾ 3 റേസ് ടു 6 ഇൻറ്റു ഡിറ്റർമിനൻ്റ് അഡ്ജ് 2a, ഡിറ്റർമിനൻ്റ് അഡ്ജ് 2a ഹോൾ സ്ക്വയർ. ഡിറ്റർമിനൻ്റ് അഡ്ജ് 2a ഹോൾ സ്ക്വയർ. ശരിയല്ലേ? ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കോ, അടുത്ത സ്റ്റെപ്പിൽ 24 റേസ് ടു 6 ഇൻറ്റു ഡിറ്റേ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 റേസ് ടു 6 ഇൻറ്റു, ഓക്കെ അല്ലേ? 3 റേസ് ടു 6 ഇൻറ്റു ഇതാ നോക്കിക്കോ, വീണ്ടും ഡിറ്റർമിനൻ്റ് അഡ്ജ് ഡിറ്റേ റേസ് ടു n-1 അല്ലേ? അപ്പം എന്തായി നോക്കിയോ? അപ്പം എന്തായി? ഡിറ്റേ റേസ് ടു n-1 എന്ന് പറഞ്ഞാൽ ഡിറ്റ് 2a റേസ് ടു n-1 2 കഴിഞ്ഞിട്ടില്ല. പുറത്ത് എന്തുണ്ട്? ഒരു സ്ക്വയറും ഉണ്ട്. ക്ലിയർ ആണല്ലോ? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം 24 റേസ് ടു 6 ഇൻറ്റു ഡിറ്റേ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 റേസ് ടു 6 ഇൻറ്റു ആ 2 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് വന്നാൽ 2 ക്യൂബ് വരും. എൻ ഓർഡർ ഓഫ് ദ മെട്രിക്സ് 2 ക്യൂബ് ഇൻറ്റു ഡിറ്റേ സ്ക്വയർ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? ദെൻ 24 റേസ് ടു 6 ഇൻറ്റു ഡിറ്റേ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 റേസ് ടു 6 ഇൻറ്റു പറഞ്ഞോ 2 ക്യൂബ് റേസ് ടു 2 എന്ന് പറയുമ്പോൾ 2 റേസ് ടു 6 ഇൻറ്റു ഡിറ്റേ സ്ക്വയർ റേസ് ടു 2 ആണ്. അപ്പോൾ ഡിറ്റേ റേസ് ടു 4. ഓക്കെ അല്ലേ? നമുക്ക് ഡിറ്റേ സ്ക്വയറിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് 24 റേസ് ടു 6 ഡിവൈഡഡ് ബൈ 3 റേസ് ടു 6 ഇൻറ്റു 2 റേസ് ടു 6 ഇസ് ഈക്വൽ ടു ഡിറ്റേ റേസ് ടു 4 ഡിവൈഡഡ് ബൈ ഡിറ്റേ സ്ക്വയർ. ആ ഡിറ്റേ സ്ക്വയർ എടുത്ത് റൈറ്റിലേക്ക് ഇടുക, ബാക്കി കോൺസ്റ്റൻ്റ് ഒക്കെ എടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. സോ ഡിറ്റേ സ്ക്വയർ ഇസ് ഈക്വൽ ടു റൈറ്റിൽ റേസ് ടു 4 ബൈ 2. അപ്പോൾ ഡിറ്റേ സ്ക്വയർ ഇസ് ഈക്വൽ ടു 24 റേസ് ടു 6 നമുക്ക് എന്ത് എഴുതാം? 24 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് 8 ഇൻറ്റു 3 ഹോൾ റേസ് ടു 6 അല്ലേ? ഡിവൈഡഡ് ബൈ 3 റേസ് ടു 6 ഇൻറ്റു 2 റേസ് ടു 6. അപ്പോൾ 2 റേസ് ടു 18 വന്നു. 2 ക്യൂബ് 8 അല്ലേ? അപ്പോൾ 2 റേസ് ടു 18 ഇൻറ്റു 3 റേസ് ടു 6 ഡിവൈഡഡ് ബൈ 3 റേസ് ടു 6 ഇൻറ്റു 2 റേസ് ടു 6. അപ്പോൾ 3 റേസ് ടു 6ഉം 3 റേസ് ടു 6ഉം ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ എന്തായി? 2 റേസ് ടു 18 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 6 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 12 എന്ന് എഴുതാം. അപ്പോൾ ഈ ടൈപ്പ് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് പഠിച്ചു വെക്കുക. ആ റിസൾട്ടുകൾ വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. ഇതന്നെ വരുമെന്ന് ഉറപ്പല്ല പറയുന്നത്, പക്ഷേ ആ റിസൾട്ടുകൾ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഇതിന് മുന്നേ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് ഡിറ്റർമിനൻസിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സംഭവം എന്താണ്? ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ചോദിക്കാൻ അത്രയും സാധ്യതയുള്ളൊരു ഭാഗം എന്താണ്? ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് നോക്കൂ. സിസ്റ്റം ഓഫ് ഇക്വേഷൻ 2 ടൈപ്പാണ്, കൺസിസ്റ്റൻ്റ് ഓർ ഇൻകൺസിസ്റ്റൻ്റ്. അത് പഠിച്ചു വെക്കണം. അത് പഠിക്കാതെ നിങ്ങൾ പോകരുത്. കൺസിസ്റ്റൻ്റ് ആണ്, ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ഡി അല്ലെങ്കിൽ ഡെൽറ്റ ഈക്വൽ ടു 0. പിന്നെ അറ്റ്ലീസ്റ്റ് 1 ഓഫ് 3 ഡിറ്റർമിനൻറ്റിൽ അറ്റ്ലീസ്റ്റ് 1 ഓഫ് നോട്ട് സീറോസ്, ദെൻ നോ സൊല്യൂഷൻ. ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നോ സൊല്യൂഷൻ. മറ്റേത് കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ഡി നോട്ട് ഈക്വൽ ടു 0യും ഡി ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. അതായത് എല്ലാ ഡിറ്റർമിൻ്റെ വാല്യൂവും 0 ആണെങ്കിൽ അത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷനാണ്. അത് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസും പഠിച്ചു വെക്കണം. ട്രിവിയൽ സൊല്യൂഷൻ ആൻഡ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ. നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഡെൽറ്റ ഈക്വൽ ടു 0 ഓർ ഡിറ്റർമിനൻ്റ് നമ്മൾ എടുക്കുന്ന ആ ഡി ഈക്വൽ ടു 0. അതും പഠിച്ചു വെക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങളത് വെച്ചിട്ട് ഞാനിതൊരു വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. നോക്കിക്കോളൂ. ദ നമ്പർ ഓഫ് വാല്യൂസ് ഓഫ് ആൽഫ. ആൽഫയ്ക്ക് എത്ര വാല്യൂസ് ഉണ്ട് എന്നാണ് ചോദിച്ചത്. ഫോർ വിച്ച് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, ആ 3 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എന്താണ്? കൺസിസ്റ്റൻ്റ് ആണ്. സോറി, ഇൻകൺസിസ്റ്റൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻകൺസിസ്റ്റൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആ ഡി ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഡി ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. ആ ഡിറ്റർമിനൻ്റ് നമുക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് എടുക്കുക? ഡിറ്റർമിനൻ്റ് എടുക്കുക? ഡിറ്റർമിനൻ്റ് ഡി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിയേ. 1 1 1 ഫസ്റ്റ് റോല് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എടുക്കാം നമുക്ക് അല്ലേ. 1 1 1
ആൽഫ 2 ആൽഫ 3, ആൽഫ 2 ആൽഫ 3 അല്ലേ, പിന്നെയോ 1 3 ആൽഫ 5, ഇതാണ് ആ ഡിറ്റർമിനൻ്റ് ഡി. അത് എന്ത് നമുക്ക് കൊടുക്കാം? ഈക്വൽ ടു 0 എന്ന് നമുക്ക് കൊടുക്കാം. അത് നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫയുടെ വാല്യൂ കിട്ടും. അത് വേണമെങ്കിൽ പ്രോപ്പർട്ടി ഉപയോഗിച്ച് അപ്ലൈ എന്ത് ചെയ്യാം, അതൊന്ന് ഷോർട്ട് ആക്കാം. C2 ഈസ് ഈക്വൽ ടു C2 മൈനസ് C1, അതുപോലെ തന്നെ C3 ഗീവ്സ് C3 മൈനസ് C1 കൊടുത്തിട്ട് വേണമെങ്കിൽ ആ എലമെൻറ്റ്സ് ഒക്കെ 0 ആക്കിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്താലും മതി. 1 ആൽഫ 1 0, 2 ആൽഫ മൈനസ് ആൽഫ ആൽഫ, 3 ആൽഫ മൈനസ് 1 0, 3 മൈനസ് ആൽഫ 5 മൈനസ് 1 4. ഇത് ജസ്റ്റ് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്താൽ മതി. അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. ആ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫയുടെ വാല്യൂ 1 കിട്ടും. ഓക്കെ, അപ്പോൾ ആൽഫയ്ക്ക് ഒരു വാല്യൂ മാത്രമേ, നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആൽഫയ്ക്ക് എത്ര വാല്യൂ ഉണ്ട് എന്നാണ്. ആൽഫയ്ക്ക് ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ എടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വെച്ചിട്ട് വരുന്ന കണ്ടീഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോകണം. ഓക്കെ, റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ തൊട്ടടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വെക്റ്റർ ആൻഡ് 3Dയിൽ 2 ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേതെന്ന് പറയുമ്പോൾ വെക്റ്റർ ഓൾജിബ്രയിൽ വരുന്ന ഒരു സംഭവമാണ്. വെക്റ്റർ ഓൾജിബ്രയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കോളൂ. ദെൻ വെക്റ്റർ എ ഈസ് ഈക്വൽ ടു I പ്ലസ് ആൽഫ ജെ പ്ലസ് ബീറ്റ കെ എന്ന് പറയുന്ന ഒരു വെക്റ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡോട്ട് പ്രോഡക്റ്റിൻ്റെയും ക്രോസ് പ്രോഡക്റ്റിൻ്റെയും പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇതിൽ ഇതാ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിരിക്കുന്നത് നോക്കിയോ. വെക്റ്റർ എ ഈസ് ഈക്വൽ ടു I പ്ലസ് ആൽഫ ജെ പ്ലസ് ബീറ്റ കെ ആണ്. പിന്നെ ലെറ്റ് വെക്റ്റർ ബി എന്ന് പറയുന്ന ഒരു വെക്റ്റർ എങ്ങനെയാണ്? എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് എന്താണ് നോക്കിയേ? π/4. ദെൻ മോഡ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 6, എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 3√2. ദെൻ ദ വാല്യൂ ഓഫ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ, ദെൻ മോഡ് എ ക്രോസ് ബി സ്ക്വയർ. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ തോന്നും, പക്ഷേ വളരെ പെട്ടെന്ന് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഈ ടൈപ്പ് ക്രോസ് പ്രോഡക്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് ഒക്കെ പഠിച്ചിട്ട് പോകണം. അപ്പോൾ നമുക്ക് എന്താണ് ആംഗിൾ ബിറ്റ്വീൻ ദ വെക്റ്റേഴ്സ്? ഇതിൽ എ ഡോട്ട് ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട് നോക്കിയേ? 3√2 എന്ന് തന്നിട്ടുണ്ട്. 3√2. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 3√2. അതുപോലെ തന്നെ മോഡ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 6 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ദെൻ എ ഡോട്ട് ബിൻ്റെ ഡെഫിനീഷനിൽ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു മോഡ് ബി കോസ് തീറ്റ. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 3√2. പക്ഷെ മോഡ് ബി സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് സ്ക്വയർ ചെയ്തിടാം. മോഡ് എ സ്ക്വയർ ഇൻറ്റു മോഡ് ബി സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് π/4 ആണ്. അപ്പോൾ കോസ് π/4 വരും. കോസ് π/4ൻ്റെ വാല്യൂ 1/√2 ആണ്. അതിനെ സ്ക്വയർ ചെയ്യണ്ടേ? 1/2 അല്ലേ? 1/√2നെ സ്ക്വയർ ചെയ്യുമ്പോൾ 1/2 ഈസ് ഈക്വൽ ടു 3√2നെ സ്ക്വയർ ചെയ്യുമ്പോൾ 18 വരും. ശരിയല്ലേ? ഇനി നോക്കിക്കോ, മോഡ് എ സ്ക്വയർ ഇൻറ്റു മോഡ് ബി സ്ക്വയർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് നോക്കിയോ? 6 ആണ്. അപ്പം ഞാൻ അവിടെ 6 എന്നിടുക. 6 ഇൻറ്റു 1/2 ഈസ് ഈക്വൽ ടു 18. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം? മോഡ് എ സ്ക്വയർ കണ്ടുപിടിക്കാം. മോഡ് എ സ്ക്വയർ എത്രയാണ് കിട്ടുക പറഞ്ഞേ? അവിടെ അത് കട്ട് ചെയ്ത് പോയി 3 വരും. 18/3 എന്ന് പറയുമ്പോൾ 6 വരും. സോ നമുക്ക് എന്ത് കിട്ടി? മോഡ് എ സ്ക്വയർ എന്ന് പറയുന്നത് 6 എന്ന് കിട്ടി. മോഡ് ബി സ്ക്വയറും 6 ആണ്. പിന്നെ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്റ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, അതായത് വെക്റ്റർ എ എന്ന് പറയുന്നത് I പ്ലസ് ആൽഫ ജെ പ്ലസ് ബീറ്റ കെ ആണ്. അപ്പം നമുക്കതിൽ നിന്ന് എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ മോഡ് വെക്റ്റർ എ സ്ക്വയർ, അത് 6 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. √1 പ്ലസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോയി. 1 പ്ലസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു എത്രയാണ് പറയും? 6 ആണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടി ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിന് നമുക്ക് 5 എന്ന് കൊടുക്കാം. ഇനി എന്തേ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ? മോഡ് എ ക്രോസ് ബി സ്ക്വയറെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ മോഡ് എ ക്രോസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ടിച്ചാൽ വലിയ കാര്യമൊന്നുമല്ല. മോഡ് എ ക്രോസ് ബി സ്ക്വയർ എന്താ? മോഡ് എ ക്രോസ് ബീൻ്റെ ഡെഫിനേഷൻ പറഞ്ഞേ? മോഡ് ബി സൈൻ തീറ്റയാണ്. സ്ക്വയർ ചെയ്യണം. അപ്പോൾ മോഡ് എ സ്ക്വയർ മോഡ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. മോഡ് എ സ്ക്വയർ 6 ഇൻറ്റു മോഡ് എ സ്ക്വയർ 6 അല്ലേ നോക്കിയാൽ? മോഡ് എ സ്ക്വയർ 6 ഇൻറ്റു
മോഡ് ബി സ്ക്വയർ എന്ന് പറയുന്നത് അതും 6 ആണ് ഇൻറ്റു സൈൻ തീറ്റ. തീറ്റ എത്രയാ? π/4. ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് π/4. സൈൻ തീറ്റ 1/√2. സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ എന്താ വരിക? 1/2 വരും അല്ലേ? അപ്പോൾ അത് 18 വന്നു. അപ്പോൾ ഇനി നമുക്ക് നേരെ കണ്ടുപിടിക്കാനുള്ള സാധനത്തിലേക്ക് വന്നു. ഇത് വന്നു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ 5 ആണ് ഇൻറ്റു മോഡ് എ ക്രോസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 18 വന്നു. 5 × 18 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒറ്റയടിക്ക് കിട്ടി 90 എന്ന് വന്നു അല്ലേ? 90 ഈസ് ഓപ്ഷൻ സി. തെറ്റി, സി അല്ല എ. റെഡി അല്ലേ? ഓക്കെ അല്ലേ? വെക്ടറിൽ നോക്കുക, ക്രോസ് പ്രോഡക്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് ഒക്കെ നന്നായിട്ട് പഠിച്ചു പോവുക. പിന്നെ ഏരിയ ഓഫ് ദ പാരലോഗ്രാം, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, അത് വെച്ച് ആ കൺസെപ്റ്റ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു പോകണം. ഇനി ഞാൻ അടുത്തതെന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വെച്ചിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതായത് നോക്കിയോ, എ എന്ന് പറയുന്ന ഒരു വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന ഒരു വെക്ടർ തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ദ പാരലോഗ്രാം, എയും ബിയും അഡ്ജസ്റ്റൻറ്റ് സൈഡാണ് എന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് ദ പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? മോഡ് എ ക്രോസ് ബി ആണ്. അപ്പോൾ എ ക്രോസ് ബി കണ്ടിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്താവും? ഏരിയ ഓഫ് ദ പാരലോഗ്രാം കിട്ടും. ആ ഏരിയ ഓഫ് ദ പാരലോഗ്രാം എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? √15 × α² + 4 ആണ്. അപ്പോൾ അത് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ആ ആൽഫയുടെ വാല്യൂ കിട്ടും. ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കലാണ് ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടാസ്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏരിയ ഓഫ് ദ പാരലോഗ്രാം വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആൽഫയുടെ വാല്യൂ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് പോവാം. ഇതെന്താണെന്ന് നോക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ പറയണത്? അപ്പം നമുക്ക് എ ക്രോസ് ബി എന്താ നോക്കാം. എ ക്രോസ് ബി കണ്ടിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കണം. ഡിറ്റർമിനൻറ്റ് I, J, K അല്ലേ? ദെൻ ആൽഫ 2 - 1 -2 ആൽഫ 1. ഓക്കെ, അത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ I × 2 + ആൽഫ -J × ആൽഫ -2 + K × α² + 4 എന്ന് വന്നു. ആ ഡിറ്റർമിനൻറ്റ് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇനി മോഡ് എ ക്രോസ് ബി എടുക്കുക അല്ലേ? മോഡ് എ ക്രോസ് ബി എടുക്കുക. മോഡ് എ ക്രോസ് ബി എന്ന് പറഞ്ഞു വെച്ചാൽ √2 + ആൽഫ ദ ഹോൾ സ്ക്വയർ പ്ലസ് ആൽഫ -2 ദ ഹോൾ സ്ക്വയർ പ്ലസ് α² + 4 ഹോൾ സ്ക്വയർ അല്ലേ? അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ? √15 × α² + 4. അപ്പോൾ ഇനി അത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആൽഫയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞിട്ട് സ്ക്വയർ ചെയ്താൽ മാത്രം പോരാ, അത് എക്സ്പാൻഡ് ചെയ്യും കൂടെ ചെയ്തിട്ടുണ്ട് വെച്ചാൽ അപ്പോൾ 4 + 4α + α² പ്ലസ് α² - 4α + 4 പ്ലസ് α² + 4 ഹോൾ സ്ക്വയർ എന്താ? α⁴ പ്ലസ് 2 × 4 അല്ലേ? അപ്പോൾ 4α², 8α² 8α² പ്ലസ് 16 അല്ലേ? പ്ലസ് 16 റൈറ്റ് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പം ആ റൂട്ട് പോയി 15 × α², 15α² + 60 എന്ന് വരും. 15 × 4 60. അപ്പോൾ ഇതിൽ α⁴ ഞാൻ എടുത്ത് ആദ്യം എഴുതുകയാണ്. α⁴ 4α - 4α ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ 10α² - 15α². എത്ര α² ഉണ്ടാവും? 2α². അപ്പം -5α². -5α². 4 + 4 8. 8 + 16 24. 24 - 60. 24 - 60 എന്ന് പറയുമ്പോൾ -36 അല്ലേ? = 0. അപ്പോൾ അത് α² വരുന്നൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലേ? അപ്പോൾ അത് α² - 9 × α² + 4 = 0 എന്ന് വരും. α² ആണ്, അത് നെഗറ്റീവ് വരില്ല. അപ്പോൾ α² = 9 എന്ന് എഴുതും. ശരിയല്ലേ? അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് +or-3 ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ആൽഫയുടെ വാല്യൂ നമുക്ക് ഒന്നിക്കിലോ +3 എന്ന് എടുക്കാം, അല്ലെങ്കിൽ -3 എന്ന് എടുക്കാം. ഏതെടുത്ത് കഴിഞ്ഞാലും ഇത് കറക്റ്റായിട്ട് വരും. കാരണം ഇവിടെ ആൽഫ I, ഇവിടെയും ആൽഫ, അവിടെ +3 എന്നോ -3 എന്നോ ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുക. ഞാനത് പ്ലസ് എടുത്ത് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വെക്റ്റർ A = ആൽഫ ബിലോങ്സ് ടു റിയൽ നമ്പർ. അപ്പോൾ ഏത് വാല്യൂ ആണെങ്കിൽ എടുക്കാം. ദെൻ ആൽഫ I 3i + 2j - k
2i 2j മൈനസ് കെ ആൻഡ് വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു മൈനസ് 2i മൈനസ് 3j ആൽഫ 3 പ്ലസ് 3j ആൽഫ പ്ലസ് അല്ലേ പ്ലസ് 3j പ്ലസ് കെ. അപ്പോൾ ഇതാണ് എയും ബിയും എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എയും ബിയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് 2 ഇൻറ്റു മോഡ് എ സ്ക്വയർ. ഇനി കണ്ടുപിടിക്കാനുള്ളത് നോക്കുക. 2 ഇൻറ്റു മോഡ് എ സ്ക്വയർ പ്ലസ് എ ഡോട്ട് ബി ഇൻറ്റു മോഡ് ബി സ്ക്വയർ. ഇത്രയേ ഉള്ളൂ സംഭവം. 2 ഇൻറ്റു മോഡ് എ എത്രയാണ് നോക്കിയാൽ √9 പ്ലസ് 4 പ്ലസ് 1 അപ്പോൾ √14 സ്ക്വയർ ചെയ്യുക 14. എ ഡോട്ട് ബി ഈ എയും ബിയും തന്നിട്ടുണ്ട്. നിങ്ങൾ എ ഡോട്ട് ബി എടുക്കുക. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ -6 പ്ലസ് 6 മൈനസ് 1 അപ്പോൾ എ ഡോട്ട് ബി -1 ആണ്. അപ്പം -1 ഇൻറ്റു മോഡ് ബി എടുക്കുക. മോഡ് ബി നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കാം √14 മോഡ് ബി സ്ക്വയറിന് അപ്പോൾ 14 വരും. അപ്പോൾ 28 മൈനസ് 14 ഇസ് ഈക്വൽ ടു 14 എന്ന് വന്നു. കാൽക്കുലേഷൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കി വയ്ക്കുക. ഏരിയ ഓഫ് ദ പാരലോഗ്രാം പല വിധത്തിൽ അത് അപ്ലൈ ചെയ്യേണ്ടി വരും. അത് ചെക്ക് ചെയ്ത് നോക്കി വയ്ക്കുക, പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്കൊരു 3Dയിലെ ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. 3Dയിൽ കാര്യമായിട്ട് നോക്കേണ്ടത് റിഫ്ലക്ഷൻ നോക്കണം, അതുപോലെ തന്നെ സ്ക്യൂ ലൈൻസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ് നോക്കണം, പിന്നെ 2 ലൈൻസിൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് നോക്കിയോ. ദെൻ ദ മിറർ ഇമേജ് ഓഫ് ദ പോയിൻ്റ്, അതായത് ഇമേജ് PA69, അതായത് A69 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് A69. ഈ PA69 എന്ന് പറയുന്നൊരു പോയിൻ്റ്. ദെൻ ദ ലൈൻ ഈസ് ഗിവൺ ബൈ x-3/7. x-3/7 is equal to y-2/5 is equal to z-1/-9 ആണ് ലൈന്. ഈ ലൈനിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത് Q ആണ്. Q റിഫ്ലക്ഷൻ Q ആണ്. Q എന്ന് പറയുന്നത് 20, B -a-9 അല്ലേ, -a-9 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മോഡ് A പ്ലസ് ബി. അപ്പോൾ നമുക്കതിൽ നിന്ന് എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എയുടെയും ബിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ അപ്പോൾ നമുക്ക് അറിയാം ഇതെന്താണ്, ഇത് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആവുന്ന സമയത്ത് ഈ പോയിൻ്റ് എന്തായിരിക്കും, അതിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും. ആ പോയിൻ്റ് ശ്രദ്ധിക്കുക, അതിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ആ മിഡ് പോയിൻ്റ് നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കുക. എൻ്റെയും ബിൻ്റെയും വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എൻ്റെയും ബിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അതിൽ നിന്ന് മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക. ആ മിഡ് പോയിൻ്റ് എന്താണോ ആ മിഡ് പോയിൻ്റ് ഈ ലൈനിൻ്റെ ഇക്വേഷനിലേക്ക് സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് സംഭവം. അത്രയേ ഉള്ളൂ കഥ. അപ്പോൾ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 20 പ്ലസ് ഇവിടെ 20 ആണ്, എ ആണ്. അപ്പോൾ 20 + a/2 വരും. മിഡ് പോയിൻ്റ് 20 + a/2. പിന്നെയോ b + 6/2. പിന്നെയോ -a/2. ഇതാണ് അതിൻ്റെ മിഡ് പോയിൻ്റ്. ആ മിഡ് പോയിൻ്റ് ഈ ലൈനിൽ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ നേരെ ആ ലൈനിലേക്ക് ആ മിഡ് പോയിൻ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെയും ബിൻ്റെയും വാല്യൂ കിട്ടും. ഇത്രയേ ഉള്ളൂ സംഭവം. അത് മിറർ ഇമേജ്, അതായത് ഇമേജിൻ്റെ കൺസെപ്റ്റ് കറക്റ്റായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സംഭവം അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ കൺസെപ്റ്റ് കറക്റ്റ് പഠിച്ചു വയ്ക്കുക. അത് വെച്ചിട്ട് ഏത് ടൈപ്പിൽ വേണമെങ്കിലും അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 1/7 ഇൻറ്റു നേരെ കൊടുക്കുക 20 + a/2 അല്ലേ ഇസ് ഈക്വൽ ടു 1/5 ഇൻറ്റു b + 6/2 -2. 20 + a/2 -3 എന്നും കൂടിയുണ്ട് ഇവിടെ. എക്സിനാണ് 20 + a/2 എന്ന് കൊടുക്കുന്നത്. ഈക്വൽ ടു 1/5 ഇൻറ്റു b + 6/2 -2 ഈക്വൽ ടു എന്തെഴുതാം നമുക്ക് -1/9 ഇൻറ്റു എന്തെഴുതാം, സെഡിന് എന്താ കൊടുക്കേണ്ടത്, -a/2 -1 കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. സോൾവ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെയും ബിൻ്റെയും, അതായത് ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു തരാം. ഈ ഫസ്റ്റും തേർഡും കൂടി ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എൻ്റെ വാല്യൂ കിട്ടും. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ബീൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ a ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് സോൾവ് ചെയ്താൽ a ഈസ് ഈക്വൽ ടു -56 എന്നും കിട്ടും. അതുപോലെ തന്നെ b ഈസ് ഈക്വൽ ടു -32 എന്നും കിട്ടും. അത് നിങ്ങൾ ജസ്റ്റ് സോൾവ് ചെയ്തിട്ട് അതൊന്ന് നോക്കിയാൽ മതി എന്താണ് കിട്ടുന്നതെന്ന്. അപ്പോൾ ആ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി മോഡ് A + b ആണ് കിട്ടേണ്ടത്. മോഡ് A + b എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ മോഡ് -56 -32 എന്ന് പറഞ്ഞാൽ മോഡ്, അപ്പോൾ 88 എന്ന് വരും. അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ 88 എന്ന് വരും കേട്ടോ.
മിറർ ഇമേജ്. അതുപോലെ തന്നെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ക്യൂ ലൈൻസ് കറക്റ്റായിട്ടൊന്ന് നോക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഇത് 3D എന്ന് പറയുന്ന ചാപ്റ്ററും ഇത് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. താങ്ക് യു. മക്കളെ ഒരു മിനിറ്റ്, നമുക്കേ ഇപ്പോൾ ഒരു ബ്രേക്കാണ് എടുക്കുന്നത് കേട്ടോ. ബ്രേക്കിന് ശേഷം ഫിസിക്സ് കെമിസ്ട്രി ഇതിൻ്റെ കണ്ടീഷൻ ഉണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് 7 മണിക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും കേട്ടോ. ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ മാത്സ് ഉണ്ട്. ഓക്കെ, എല്ലാവരും വീണ്ടും തിരിച്ചു വരിക 7 മണിയാകുമ്പോൾ. റൈറ്റ്. മക്കളെല്ലാവരും ജോയിൻ ചെയ്തോ? ഓക്കെ മക്കളെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ജോയിൻ ചെയ്തവരൊന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, ഇപ്പം നമ്മൾ സീനി റേ ഓപ്റ്റിക്സ്, വേവ് ഓപ്റ്റിക്സ്, മോഡേൺ ഫിസിക്സ്, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, ആറ്റംസ്, ന്യൂക്ലിയൈ, ദെൻ ഇലക്ട്രോണിക്സ്, ഇത്രയും ലെസൺ ആണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ആ റേ ഓപ്റ്റിക്സ് എന്ന് പറയുന്ന ലെസൺ നോക്കിയാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ലെസൺ ആണ്, നിങ്ങൾക്കറിയാം അല്ലേ? അതിൽ നിന്ന് ഈ ഫസ്റ്റ് സെഷനിലും നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അഭിരാം, ഹായ് അഭിരാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എടുത്താൽ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ 2 പാർട്ടാണുള്ളത്. ആ റിഫ്രാക്ഷനിൽ പ്ലെയിൻ മിററും സ്ഫെറിക്കൽ മിററും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം അല്ലേ? നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് ക്വസ്റ്റ്യൻ വരാം അല്ലേ? പിന്നെ ഡിസ്റ്റൻസ് ഓഫ് ഇമേജ്, പിന്നെ വെലോസിറ്റി അല്ലേ? ഇമേജിൻ്റെ വെലോസിറ്റി ഓഫ് ഇമേജ്, ഓക്കെ, അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ വരാം. ഫീൽഡ് ഓഫ് വ്യൂവിൻ്റെ ക്വസ്റ്റ്യൻ വരാം. റൈറ്റ്. അപ്പോൾ നമ്മൾ പ്ലെയിൻ മിററിൻ്റെ കേസിൽ അത്രയും ക്വസ്റ്റ്യൻസ് വരാം അല്ലേ? അതൊന്ന് എല്ലാവരും നോക്കി പോകണം. പിന്നെ സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം മിറർ ഫോമുല ആയിരുന്നു അല്ലേ? 1/f = 1/v + 1/u എന്ന് പറയുന്ന നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുന്ന ആ മിറർ ഫോമുല യൂസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ചോദിക്കാം. ഈ വർഷം ചോദിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻസ് ഒക്കെ എല്ലാവരും ഓർത്ത് വെച്ചേക്കണം. നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് നമ്മൾ പഠിച്ചു അല്ലേ? ഇൻക്ലൈൻ മിറേഴ്സ്, സപ്പോസ് 2 മിറേഴ്സ്, if they are inclined at an angle theta, number of images formed depends on what? 360/θ അല്ലേ? ആ 360/θ എന്ന് പറയുന്നത് ഈവൻ ആണെങ്കിൽ അല്ലേ? സപ്പോസ് ആ 360/θ ഞാൻ m എന്നെടുക്കുകയാണെങ്കിൽ അല്ലെ n എടുക്കുകയാണെങ്കിൽ അത് ഈവൻ ആണെങ്കിൽ 360/θ -1 ആണ് നമ്പർ ഓഫ് ഇമേജസ്. ഓഡ് ആണെങ്കിൽ 2 കേസ് ഉണ്ട് അല്ലേ? സിമെട്രിക്കലി പ്ലേസ്ഡ് ആണെങ്കിൽ എസ് 360/θ -1ഉം അസിമെട്രിക്കലി പ്ലേസ്ഡ് ആണെങ്കിൽ എസ് ആ 360/θ വാല്യൂ തന്നെയാണ് എന്തായിട്ട് വരുന്നത്? നമ്പർ ഓഫ് ഇമേജസ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്കറിയാം, അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, പിന്നെ നമ്മൾ വരുന്നത് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ അല്ലേ? നിങ്ങൾ നോക്ക്, മിറർ ഫോമുല, യെസ് ഇമ്പോർട്ടൻ്റ് ആണ്, മിറർ ഫോമുല പഠിച്ചു വെച്ചേക്കണം അല്ലേ? മാഗ്നിഫിക്കേഷൻ നമ്മൾ ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് നമ്മൾ പഠിച്ചത് അല്ലേ? m = hi/ho. രണ്ടാമത്തെ ഇക്വേഷൻ m = -v/u അല്ലേ? പിന്നെ തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് യുവും വരുന്നൊരു ഇക്വേഷൻ ഉണ്ട്. m = f/ കണ്ടോ, f - u അല്ലേ? സെക്കൻഡ് m = f - v/f അല്ലെ? ഇങ്ങനെ 4 ഇക്വേഷൻസ് ആണ് നമ്മൾ മാഗ്നിഫിക്കേഷന്, ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷന് പഠിച്ചിട്ടുണ്ടാവുക. ആ ഇക്വേഷൻസ് എല്ലാവരും പഠിച്ചു വെച്ചേക്കണം. ഇനി എമ്മിൻ്റെ വാല്യൂ അല്ലേ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞാണ്, എമ്മിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അത് കാണിക്കുന്ന വെർച്വൽ ആൻഡ് ഡയറക്റ്റ് എന്നാണ്, നെഗറ്റീവ് ആണെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എന്നാണ്
ശരിയല്ലേ? ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് മാഗ്നിഫൈഡ് ആണ് ഇമേജ്, ലെസ് ദാൻ 1 ആണെങ്കിൽ ഡിമിനിഷ്ഡ് ആണ്, ഈക്വൽ ടു 1 ആണെങ്കിൽ സെയിം സൈസ് ആണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതും നിങ്ങൾ എല്ലാവരും ഓർത്ത് വെക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിയാൽ ഇവിടെ നമ്മൾ ഈ എല്ലാ ഇക്വേഷൻസും അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് യൂസ് ചെയ്തേക്കണം? സൈൻ കൺവെൻഷൻ യൂസ് ചെയ്തേക്കണം. ഓക്കെ, സ്ഫെറിക്കൽ മിറേഴ്സിൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ മക്കളെ, കോൺകേവ് മിററിന് 2 ടൈപ്പ് ഇമേജസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. കോൺകേവ് മിററിന് റിയൽ ഇമേജും വെർച്വൽ ഇമേജും ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ കോൺവെക്സ് മിറർ എന്ത് മാത്രമേ ഉണ്ടാക്കുള്ളൂ? കോൺവെക്സ് മിറർ വെർച്വൽ ഇമേജ് ഉണ്ടാക്കുള്ളൂ, അത് ഡിമിനിഷ്ഡ് ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഹിൻ്റൊക്കെ പ്രോബ്ലത്തിൽ കയറി വരും. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ പോകുന്നത് റിഫ്രാക്ഷനിലേക്ക് പോയാൽ, റിഫ്രാക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമായിരുന്നു അല്ലേ റിയൽ ഡെപ്ത് ആൻഡ് അപ്പാരൻ്റ് ഡെപ്ത് അല്ലേ? അതിൻ്റെ 2 കേസസ് ഓർമ്മയുണ്ടല്ലോടാ മക്കളെ. ഒബ്സർവർ റയർ മീഡിയത്തിലാണെങ്കിൽ, ഒബ്സർവർ ഡെൻസർ മീഡിയത്തിലാണെങ്കിൽ, അങ്ങനെ 2 കേസ് ഉണ്ട്. ആ 2 കേസസും പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഈ വർഷവും ചോദിച്ചിട്ടുണ്ട് നമ്മളോട് അല്ലേ? മൾട്ടിപ്പിൾ മീഡിയത്തിൻ്റെ കേസിൽ അല്ലേ? മൾട്ടിപ്പിൾ മീഡിയം വരികയാണെങ്കിൽ, ഇങ്ങനെ വരുവാണെങ്കിൽ അപ്പാരൻ്റ് ഡെപ്ത് ഓഫ് ദ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദി ഒബ്സർവർ അല്ലെ? എന്താ നമ്മൾ പഠിച്ചത്? D ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഒബ്സർവർ മീഡിയം ഈക്വൽ ടു D1 ബൈ N1 പ്ലസ് D2 ബൈ N2 പ്ലസ് എക്സെട്ര എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മൾട്ടിപ്പിൾ മീഡിയത്തിൻ്റെ കേസിൽ അല്ലേ? ആ ഇക്വേഷൻസും എല്ലാവരും ഓർത്ത് ഈ സെഷനിലും ചോദിച്ചിട്ടുണ്ട്, നെക്സ്റ്റ് സെഷനിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് എയർ ബബിൾ ഇൻ എ ഗ്ലാസ് ലാബ് അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമ്മൾ ലെഫ്റ്റ് എൻഡിൽ നിന്ന് നോക്കിയപ്പം ഈ ബബിള് ഇവിടുന്ന് A ഡിസ്റ്റൻസിലാണ് നമ്മൾ കാണുന്നത് അല്ലേ? റൈറ്റ് എൻഡ് നോക്കിയപ്പം B ഡിസ്റ്റൻസിലാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചിലപ്പം ഈ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചോദിക്കാം അല്ലെ? ഈ ഗ്ലാസ് ലാബിൻ്റെ ഈ ലെങ്ത് തന്നിട്ട് ചിലപ്പോൾ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചോദിക്കാം, ചിലപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും എയും ബിയും തന്നിട്ട് ലെങ്ത് ചോദിക്കാം. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ A എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന A എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണ് മക്കളെ? അത് അപ്പാരൻ്റ് ഡെപ്ത് ആണ് അല്ലേ? അപ്പം നമുക്കിവിടെ ഒബ്സർവർ നിൽക്കുന്ന റെയർ മീഡിയത്തിലാണ് അല്ലേ? അപ്പം റിയൽ ഡെപ്ത് ബൈ അപ്പാരൻ്റ് ഡെപ്ത് ആണ് എന്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ റിയൽ ഡെപ്ത് ഇസ് ഈക്വൽ ടു N ഇൻറ്റു അല്ലേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു അപ്പാരൻ്റ് ലെങ്ത് എന്ന് വരും. ഇവിടെ റിയൽ ഡെപ്ത് X ആണ് അല്ലേ? അപ്പാരൻ്റ് ഡെപ്ത് A ആണ്. സോ X ഇസ് ഈക്വൽ ടു N എന്ന് ഇവിടെ നിന്ന് വരും അല്ലേ? ഈ സൈഡ് നോക്കുന്ന സമയത്ത് റിയൽ ഡെപ്ത് ശരിക്കും Y ആണ്, അപ്പാരൻ്റ് ഡെപ്ത് B ആണ്. സോ Y ഇസ് ഈക്വൽ ടു NB എന്ന് വരും അല്ലേ? അപ്പോൾ നമ്മൾ ഈ എക്സും വൈയും ആഡ് ചെയ്താൽ X പ്ലസ് Y ഇസ് ഈക്വൽ എന്ത് വരും? NA പ്ലസ് NB എന്ന് വരും. ആക്ച്വലി X പ്ലസ് Y എന്ന് പറയുന്നത് ആ ഗ്ലാസ് ലാബിൻ്റെ ലെങ്ത് ആണ്, ഈക്വൽ N ഇൻറ്റു A പ്ലസ് B എന്ന് വരും. ഇവിടെ നമുക്ക് ചിലപ്പോൾ ലെങ്ത് കാണാൻ ചോദിക്കാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ ചോദിക്കാം. ഒന്ന് നോട്ട് ചെയ്തേക്കണം, ഇതൊന്ന് പഠിച്ചേക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സംഭവമാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അല്ലേ? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നിങ്ങൾ ശരിക്കും പഠിച്ചേക്കണടാ മക്കളെ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടില്ല. ഈ സെഷനിൽ ഫസ്റ്റ് സെഷനിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. സെക്കൻഡ് സെഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ കോൺസെപ്റ്റ് അല്ലേ? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദ ഡെൻസർ മീഡിയം ഫോർ വിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻ ദി റെയർ മീഡിയം ഈസ് 90 ഡിഗ്രി അല്ലേ? അവിടെ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും N ഡെൻസർ അല്ലേ? ND ഇൻറ്റു സൈൻ IC is equal to N rarer into sin 90 അല്ലേ? നമ്മൾ റിഫ്രാക്ഷൻ സ്നെൽസ് ലോ യൂസ് ചെയ്താൽ അവിടെ നിന്നാണ് നമുക്ക് സൈൻ IC is equal to NR ഡിവൈഡ് ബൈ ND എന്ന് പറയുന്നത്. NR എന്ന് പറയുന്ന റെയർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ND എന്ന് പറയുന്ന ഡെൻസർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ? ആ റെയർ മീഡിയം എയർ ആണെങ്കിൽ ആ സൈൻ IC എന്ന് പറഞ്ഞാൽ നമുക്ക് 1/n എന്നോ 1/μ എന്നോ എഴുതാൻ പറ്റും. ഓർമ്മയുണ്ടല്ലോ അല്ലേ? അത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു സംഭവമാണ് അല്ലേ? ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മളെ അപ്ലിക്കേഷൻസ് ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നമ്മളെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ക്വസ്റ്റ്യൻ കയറി വരാം അല്ലേ? ഈ ക്വസ്റ്റ്യനും ഈ ഇക്വേഷൻസ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് പ്രിസത്തിലേക്ക് വരികയാണ് അല്ലേ? പ്രിസം ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മക്കളെ. ആ പ്രിസത്തിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഉണ്ടല്ലോ, N is equal to റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ N is equal to sin A plus D/2 by sin A/2. ആ ഇക്വേഷൻ എല്ലാവരും തറവായിരിക്കണം. പിന്നെ ഇവിടെ ആ ഡീവിയേഷൻ ആക്ച്വലി R1 plus R2 ഈക്വൽ ടു A ആണെന്നും ഡീവിയേഷൻ ഡെൽറ്റ എന്ന് പറയുന്നത് I plus E മൈനസ് A ആണെന്നും മിനിമം ഡീവിയേഷൻ പൊസിഷനിൽ I ഈക്വൽ ടു E ആണെന്നും R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R ആണെന്നും
നിങ്ങൾക്കറിയാം അങ്ങനെ ഒരു കോൺസെപ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തുന്നത് സ്നെൽസ് ലോ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ആ കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് നോക്കി തറാക്കി വെച്ചേക്കണം. ഓക്കെ, പിന്നെ നമ്മൾ വരുന്നത് ലെൻസിൻ്റെ കേസിലേക്കാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ റിഫ്രാക്ഷൻ ഫോർമുല. ഓർമ്മയുണ്ടല്ലോ, റിഫ്രാക്ഷൻ അറ്റ് കർവ്ഡ് സർഫസ് അല്ലേ. നിങ്ങൾ നോക്ക്, ഒരു ഒബ്ജക്റ്റ് ഇവിടെ N1 എന്ന് പറയുന്ന മീഡിയത്തിൽ നിൽക്കുകയാണ്, ഒരു പോയിന്റ് ഒബ്ജക്റ്റ്. ഒരു റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ വന്നു അല്ലേ, ഈ സർഫസിനെ റിഫ്രാക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യുന്നു അല്ലേ. ആ റിഫ്രാക്ഷൻ സർഫസിലുള്ള റിഫ്രാക്ഷൻ നിങ്ങൾ കൺസിഡർ ചെയ്താൽ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ട് എന്തായിരുന്നു, N2/V മൈനസ് N1/U is equal to N2 minus N1/R. പക്ഷേ നിങ്ങളിവിടെ വാല്യൂ യൂസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ശ്രദ്ധിക്കണം, വിത്ത് സൈൻ കൺവെൻഷൻ ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U എന്ന് പറയുന്നത് എന്തെടുക്കണം, നെഗറ്റീവ് എടുക്കണം. ഇമേജ് ഡിസ്റ്റൻസ് V പോസിറ്റീവ് ആണ്. ഈ സർഫസ് ഇങ്ങനെയാണുള്ളത്. ഇതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ ഇവിടെയാണ് അല്ലേ, റൈറ്റ് സൈഡിലാണ്. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചറും നിങ്ങൾ പോസിറ്റീവ് എടുത്തേക്കണം. എനിവേ നമ്മൾ പഠിച്ച IOS മെത്തേഡാണിത് അല്ലെ. N2/V minus N1/U is equal to N2 minus N1/R. അതിൽ വിത്ത് പ്രോപ്പർ സൈൻ കൺവെൻഷൻ നിങ്ങൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ലെൻസ് മേക്കേഴ്സ് ഫോർമുല അല്ലേ. നമ്മൾ എപ്പോഴും പറയുന്നതാണ് ലെൻസും മിററും തമ്മിലൊരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് സറൗണ്ടിങ് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്നാൽ നമ്മളൊരു ലെൻസ് കൺസിഡർ ചെയ്താൽ ആ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്, സറൗണ്ടിങ് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഫോർമുല എന്ന് പറയുന്ന ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ആ ഫോർമുല 1/F ഈക്വൽ ടു അല്ലേ N2/N1 minus 1 into 1/R1 minus 1/R2. എല്ലാവരും ആ ഫോർമുല എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. യെസ്, അത് വെച്ചുള്ള പ്രോബ്ലം ചോദിക്കാം. ഈ വർഷവും ഈ സെഷനിലും ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ സെഷനിലും ചോദിച്ചിട്ടുണ്ട്, ഫസ്റ്റ് സെഷനിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ വരുന്നത് ഇങ്ങനെ വരാം, നമ്പർ ഓഫ് ഇമേജസ് ഫൗണ്ട് ഇൻ മൾട്ടിപ്പിൾ മീഡിയം ലെൻസസ് ഇങ്ങനെ വരാം അല്ലേ. ഇങ്ങനെയാണ് നിങ്ങൾ ഡിഫറെൻറ്റ് മീഡിയ കൊടുക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് എന്ന് പറയുന്നത് എത്ര മീഡിയം നമ്മളവിടെ കൊടുക്കുന്നുണ്ടോ അത്ര ഇമേജസ് ഫോം ചെയ്യും. എന്നാൽ ഇങ്ങനെയാണ് നിങ്ങൾ മീഡിയ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് ഈക്വൽ ടു എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. പിന്നെ ഈ കേസിലും മാഗ്നിഫിക്കേഷൻ അല്ലേ, ആ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ പഠിച്ചേക്കണം. ലെൻസിൻ്റെ കേസിൽ M എന്ന് പറയുന്നത് V/U ഉള്ളൂ, മൈനസ് ഇല്ല. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ M is equal to F minus U എന്നുള്ളത് F+U എന്നാവും. മിററിൽ F-U അല്ലായിരുന്നോ, ലെൻസിലേക്ക് വരുന്ന സമയത്ത് അത് F+U എന്നാവും അല്ലേ. നമ്മളെ V റിലേഷൻ അങ്ങനെ തന്നെ, M is equal to F-V/F. ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ആ എമ്മിൻ്റെ വാല്യൂവിൻ്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ നമ്മൾ മിററിൽ പറഞ്ഞ സെയിം സിഗ്നിഫിക്കൻസ് തന്നെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇമേജ് ഫോർമേഷൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. പിന്നെ വരുന്നത് കോമ്പിനേഷൻ ഓഫ് ലെൻസസ് ആണ് അല്ലേ. ലെൻസസ് നമ്മൾ കമ്പൈൻ ചെയ്താൽ, സപ്പോസ് നമ്മൾ 2 ലെൻസസ് കോണ്ടാക്റ്റിൽ വെക്കുകയാണെങ്കിൽ ആ കോമ്പിനേഷൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും അല്ലേ. അപ്പോൾ 1/F ഓഫ് കോമ്പിനേഷൻ ഈസ് ഈക്വൽ ടു 1/F1 പ്ലസ് 1/F2 പ്ലസ് 1/F3 എന്ന് എക്സെട്ര എന്ന് നിങ്ങളിങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. വെൻ ലെൻസസ് ആർ കെപ്റ്റ് ഇൻ കോണ്ടാക്ട് അല്ലേ. ഇനി 2 ലെൻസസ് സപ്പോസ് ദേ ആർ ബ്രോട്ട് സം സെപ്പറേഷൻ D അല്ലേ, അവരെ നമ്മളെ കോണ്ടാക്റ്റിലല്ല വെച്ചിരിക്കുന്നത്, ഒരു D സെപ്പറേഷനിൽ വെക്കുകയാണെങ്കിൽ ആ കോമ്പിനേഷൻ്റെ പവർ കാണാനുള്ള ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കണം. 1/F കോമ്പിനേഷൻ ഈക്വൽ ടു 1/F1 പ്ലസ് 1/F2 മൈനസ് D/F1/F2 എന്നാണ് ആ ഫോർമുല വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് അല്ലേ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ് അല്ലേ. അതിൽ ആ ഇക്വേഷൻസ്, മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻസ്, ഇമേജ് 2 സ്ഥലത്ത് ഫോം ചെയ്യുന്ന കേസ് ഉണ്ട്. ഇമേജ് അറ്റ് ഇൻഫിനിറ്റി ഉണ്ട് അല്ലേ, ഇമേജ് അറ്റ് നിയർ പോയിന്റ് ഉണ്ട്. ഇമേജ് ഇൻഫിനിറ്റിയിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അല്ലേ നമ്മളെ കണ്ണിന് വളരെ കംഫർട്ടബിൾ ആണ്, ഒരു സ്ട്രെയിനും ഉണ്ടാവില്ല. എന്നാൽ ഇമേജ് ഫോം ചെയ്യുന്നത് നിയർ പോയിന്റിലാണെങ്കിൽ, അതായത് ഇമേജ് ഫോം ചെയ്ത് ക്യാപിറ്റൽ D എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണെങ്കിൽ, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. യെസ്, ആ ഒരു പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ, D ഡിസ്റ്റൻസിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ കണ്ണിന് എന്തായിരിക്കും, ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും അല്ലേ, സ്ട്രെയിൻ മാക്സിമം ആയിരിക്കും. ആ സമയത്ത് യെസ് മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ, ആ 2 ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കണം. യെസ്, ഒന്ന് D/F ആണ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ അല്ലേ, നിയർ പോയിന്റിലാണെങ്കിൽ 1 + D/F ആണ് നമ്മൾ ഏതിൽ, സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ കേസിൽ. ഇനി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഐപീസും ഉണ്ട്, ഒബ്ജക്റ്റീവും ഉണ്ട്. രണ്ടിൻ്റെയും മാഗ്നിഫിക്കേഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് വരിക. അവിടെ ആ ഒബ്ജക്റ്റീവിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് VO/V
യു ഒ അല്ലേ. വി ഒ എന്ന് പറയുന്നത് എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ് എന്നാണ്. ഒബ്ജക്റ്റീവ് ഒരു ഇമേജ് ഉണ്ടാക്കും, ആ ഇമേജ് നമ്മൾ ഐ പീസിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. അങ്ങനെയാണല്ലോ നമ്മളെ പ്രിൻസിപ്പിൾ നമ്മൾ പറയുന്നത് ഇവിടെ കോമൺ മൈക്രോസ്കോപ്പിൽ. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ഉണ്ടാക്കുന്ന ഇമേജിൻ്റെ ഡിസ്റ്റൻസ് അല്ലേ, ഒബ്ജക്റ്റീവ് എന്ന് ആ ഒബ്ജക്റ്റീവിൻ്റെ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് വി ഒ, ആ ഒബ്ജക്റ്റ് നിൽക്കുന്ന ഡിസ്റ്റൻസ് യു ഒ അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റീവിൻ്റെ മാഗ്നിഫിക്കേഷൻ മൈനസ് വി ഒ ആക്ച്വലി വി ഒ ബൈ യു ഒ എന്ന് വരും. ശരിയല്ലേ? ഇനി നമ്മൾ നോക്കിയാൽ ഈ ഐ പീസ് അല്ലേ, അപ്പോൾ ഈ രണ്ടാളുകളുടെയും മാഗ്നിഫിക്കേഷൻ്റെ പ്രോഡക്റ്റ് ആണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ വരിക. അത് ഇനി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഇതിനെ നമ്മളൊരു സിമ്പിൾ മൈക്രോസ്കോപ്പായിട്ട് കൺസിഡർ ചെയ്യും. ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത് നോക്കും. ഇമേജ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ അത് ഡി ബൈ എഫ് എന്ന് പറയുന്ന നമ്മൾ ഇക്വേഷൻ അല്ലേ, ആ എഫ് എന്ന് പറയുന്നത് യു ഇ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ദെൻ അതേമാതിരി തന്നെ നമ്മളെ ഇമേജ് ഫോം ചെയ്യുന്ന ഡിയിലാണെങ്കിൽ വരുന്ന ഇക്വേഷൻ, ആ രണ്ട് ഇക്വേഷൻസും ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, പിന്നെ ടെലസ്കോപ്പിൻ്റെ കേസിലും സിമിലർലി ഇക്വേഷൻസിൻ്റെ ആ ഇക്വേഷൻസും പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ഇത്രയാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് വേഗം നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകാം മക്കളെ. യെസ്, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വേഗം നോക്കിയിട്ട് ആൻസർ പറയും. ഓക്കെ, ഇഫ് 2 plane mirrors are kept at 60 degrees to each other, then the number of images found by them is. രണ്ട് പ്ലെയിൻ മിറേഴ്സ് 60 ഡിഗ്രിയിലാണ് വെച്ചിരിക്കുന്നത് അല്ലേ. ഒരു ഗിവൺ തീറ്റ ആംഗിൾ വെച്ചാൽ ആ നമ്പർ ഓഫ് ഇമേജസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ മക്കളെ? 360 തീറ്റനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? ഇവിടെ തീറ്റേൻ്റെ വാല്യൂ 60 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ദാ 360 ഡിവൈഡഡ് ബൈ തീറ്റ എന്ന് പറയുന്നത് 360/60 ആണ്. അത് 6 എന്നല്ലേ വരുന്നത് അല്ലേ. വേഗം പറഞ്ഞേക്ക്, ആ 360/തീറ്റേൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? ഈവൻ അല്ലേ അല്ലേ. ഈവൻ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ പഠിച്ചത്? വേഗം പറയടാ മക്കളെ. ആൻസർ കിട്ടിയോ? വേഗം സ്പീഡാക്ക്. എത്രയാണ്? 360/തീറ്റ എന്ന് പറഞ്ഞാൽ ഈവൻ ആണെങ്കിൽ അല്ലേ, നമ്പർ ഓഫ് ഇമേജസ് എന്ന് പറയുന്നത് 360/തീറ്റ -1 ആണ് അല്ലേ. സോ എത്ര ഇമേജസ് ഫോം ചെയ്യും? 5 ഇമേജസ് ആണ് ഫോം ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ്. യെസ്, ശ്രീരാഗെ കറക്റ്റഡാ മക്കളെ, 5 ഇമേജസ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ അങ്ങനെയാണ് നമുക്ക് നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. When an object is kept at a distance of 30 centimeters from a concave mirror, the image is formed at a distance 10 centimeters from the mirror. If the object is moved with a speed of 9 centimeters per second, the speed with which image moves at that instant is velocity of image. അല്ലേ എടാ മക്കളെ, സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ കേസിൽ ഇമേജിൻ്റെ വെലോസിറ്റി കാണണം. ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് അല്ലേ. ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി നിങ്ങൾക്ക് എത്ര തന്നിരിക്കുന്നത്? 9 centimeters per second തന്നിട്ടുണ്ട്. ഇമേജിൻ്റെ വെലോസിറ്റി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ശരിയല്ലേ? ആ ഒബ്ജക്റ്റ് നിൽക്കുന്നത് നമ്മളെ സ്ഫെറിക്കൽ മിറർ, കോൺകേവ് മിററിന്ന് 30 centimeters ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അത് 9 centimeters per second സ്പീഡിൽ മൂവ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇമേജിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? അക്കടാ മക്കളെ, സ്ഫെറിക്കൽ മിററിൻ്റെ കേസിൽ ഇമേജിൻ്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്താണ് വെലോസിറ്റി ഓഫ് ഇമേജ് ഇൻ ദ കേസ് ഓഫ് എ സ്ഫെറിക്കൽ മിറർ? ദ ഇക്വേഷൻ ഇങ്ങനെയാണ്: വെലോസിറ്റി ഓഫ് ഇമേജ് ഇസ് ഈക്വൽ ടു m² ടൈംസ് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് എന്നാണ്. മാഗ്നിഫിക്കേഷൻ്റെ സ്ക്വയർ ടൈംസ് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് അല്ലേ. അപ്പം മാഗ്നിഫിക്കേഷൻ്റെ സ്ക്വയർ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ചെയ്താൽ മതി അല്ലേ. ഒന്ന് വേഗം ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. മാഗ്നിഫിക്കേഷൻ എത്രയാ വരിക അവിടെ? മാഗ്നിഫിക്കേഷൻ എത്രയാണ്? വളരെ ക്ലിയർ ആണ് അവിടെ. നോക്ക്, വെൻ an object is kept at a distance of 30 centimeters from a concave mirror അല്ലേ. അപ്പോൾ 30 centimeters ഡിസ്റ്റൻസിലാണ് ആ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ u = 30 ആണ് അല്ലേ. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇമേജ് ഈസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 centimeters ഫ്രം ദ മിറർ അല്ലേ. ഇമേജ് എവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? 10 centimeters ആണ്. സോ ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണ്? v = 10 centimeters ആണ്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ യെസ്, ഒബ്ജക്റ്റ് ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 9 cm/s, then the velocity with the speed with which image moves at that instant is. എടാ മാഗ്നിഫിക്കേഷൻ കണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്? മിറർ അല്ലേ? മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എന്താ? മാഗ്നിറ്റ്യൂഡ് പറഞ്ഞോ. മാഗ്നിറ്റ്യൂഡ് എടുത്ത സ്ക്വയർ ആവുന്നതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട അല്ലേ. എത്രയുടെ വരിക മക്കളെ? മാഗ്നിഫിക്കേഷൻ എം ഇസ് ഈക്വൽ ടു മിറർ ആണെങ്കിൽ -v/u എന്നല്ലേ നമ്മൾ പഠിച്ചത്. ആ വിയും യു നിങ്ങൾക്ക് തന്നിട്ടില്ലേ അല്ലേ? ആ വി നിങ്ങൾക്കറിയാം, യു അറിയാം. യെസ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക, ഇൻറ്റു വി ചെയ്താൽ വെലോസിറ്റി ഓഫ് ഇമേജ് ആയില്ലേ. വേഗം പറഞ്ഞേ, മാഗ്നിഫിക്കേഷൻ എത്രയാടാ മക്കളെ കിട്ടിയത്? ആ വി എന്ന് പറയുന്നത് 10ഉം യു എന്ന് പറയുന്നത് 30യുമാണ് അല്ലേ. അപ്പോൾ യു നമ്മൾ -80 എന്ന് എടുക്കുകയാണെങ്കിൽ അല്ലേ, 10 ഡിവൈഡഡ് ബൈ 30. സോ മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു 1/3 എന്നല്ലേ നിങ്ങൾക്ക് കിട്ടുക. യെസ് യെസ് ശ്രീരാഗെ, കറക്റ്റാണോ മോനെ? യെസ് കറക്റ്റാ. നീ എന്താ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് എന്തിനാ? യെസ്, നിന്റെ ആൻസർ കറക്റ്റാണ് അല്ലേ. മാഗ്നിഫിക്കേഷൻ എം 1/3 ആണെങ്കിൽ എമ്മിൻ്റെ സ്ക്വയർ 1/9 ഇൻറ്റു യെസ് ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് 9 cm/s അല്ലേ. ആ 9ഉം കട്ട് ചെയ്ത് പോയി 1 cm/s നമുക്ക് ആൻസർ കിട്ടി. സോ വെലോസിറ്റി ഓഫ് ഇമേജ് ഇറ്റ് ഈസ് 1 cm/s. ഓക്കെ സൽമാനെ. അനന്തു, ഏതിൻ്റെ അനന്തു ആൻസർ ചെയ്യുന്നേ? കീർത്തന? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? എ വെസൽ ഓഫ് ഡെപ്ത് 2h is half filled with a liquid of refractive index 2√2 and the upper half with another liquid of refractive index √2. The liquids are immiscible. The apparent depth of the inner surface of bottom of vessel will be. See, a vessel of depth 2h depth ഒരു vessel അല്ലേ, it is half filled with a liquid of refractive index 2√2 അല്ലേ. ഹാഫ് ഓഫ് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് എ ലിക്വിഡ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2√2. സോ ഹാഫ് എന്ന് പറഞ്ഞാൽ h ഹൈറ്റിൽ അല്ലേ, വി ഹാവ് എ ലിക്വിഡ് അല്ലേ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദിസ് ലിക്വിഡ് ഈസ് ഗിവൺ, സപ്പോസ് ഇറ്റ് ഈസ് n1 ഇസ് ഗൺ ഇറ്റ് ഈസ് 2√2 അല്ലേ. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഞാൻ n1 എന്ന് എടുക്കുകയാണ്, ഇറ്റ് ഈസ് 2√2. ഓക്കെ, ഈ ഹൈറ്റ്, ഈ ലിക്വിഡിൻ്റെ ഹൈറ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് h എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം 2h ഡെപ്തുള്ള ഒരു വെസലാണ് അത്. ഇറ്റ് ഈസ് ഹാഫ് ഫിൽഡ് വിത്ത് എ ലിക്വിഡ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2√2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ഇനി എന്താ ചെയ്യുന്നത്? എന്താ അപ്പർ ഹാഫ് അല്ലേ. ഇനി ഒരു ഹാഫ് കൂടിയില്ലേ മുകളിൽ അല്ലേ. ആ അപ്പർ ഹാഫ് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് എനദർ ലിക്വിഡ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √2. ഇതിൻ്റെ മുകളിൽ അല്ലേ, ഇതാ ഇവിടെ ഇതിൻ്റെ മുകളിൽ നമ്മൾ വേറൊരു ലിക്വിഡ് ഫില്ല് ചെയ്തു അല്ലേ. അപ്പോൾ ആ ലിക്വിഡിൻ്റെയും ഹൈറ്റ്, ആ ലിക്വിഡ് കോളത്തിൻ്റെയും ഹൈറ്റ് h തന്നെയാണ്. ബട്ട് ഇസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2 ആണ്, അത് √2 ആണ് അല്ലേ. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദ ലിക്വിഡ്സ് ആർ ഇമ്മിസിബിൾ അല്ലേ. ലിക്വിഡ്സ് ഇമ്മിസിബിൾ ആണ്. അങ്ങനെയാണ് അപ്പാരന്റ് ഡെപ്ത്. അപ്പോൾ ഏതാണ് കേസ്? മൾട്ടിപ്പിൾ മീഡിയം എന്ന് പറയുന്ന കേസ് നമ്മളെ അല്ലേ. അപ്പോൾ റിഫ്രാക്ഷനിൽ നമ്മൾ അപ്പാരന്റ് ആൻഡ് റിയൽ ഡെപ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ യെസ് മൾട്ടിപ്പിൾ മീഡിയത്തിൻ്റെ കേസാണിത് അല്ലേ. എന്തായിരുന്നടാ മക്കളെ മൾട്ടിപ്പിൾ മീഡിയത്തിൽ? യെസ്, അപ്പാരന്റ് ഡെപ്ത് കാണാൻ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് എന്തായിരുന്നു? ഇക്വേഷൻ ദാ അപ്പാരന്റ് ഡെപ്ത് ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഒബ്സർവർ മീഡിയം ഇസ് ഈക്വൽ ടു d1/n1 പ്ലസ് d2/n2 എന്നല്ലേ നമ്മൾ പഠിച്ചത്. ഓക്കെ, ആക്ച്വലി യെസ് അഭിരാം കെ വി കറക്റ്റ് അല്ലേ. ആക്ച്വലി നമ്മൾ യെസ് എയറിൽ നിന്നല്ലടാ മക്കളെ നോക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് അപ്പാരന്റ് ഡെപ്ത് ഓഫ് ദി ഇന്നർ സർഫസ് ഓഫ് ദ വെസൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇന്നർ സർഫസ് ഓഫ് ബോട്ടം ഓഫ് ദ വെസൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ എയർ എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒബ്സർവർ നിൽക്കുന്ന എയറിലാണെങ്കിൽ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഒബ്സർവർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്
അല്ലേ? അപ്പോൾ നമുക്ക് D is equal to D1/N1 പ്ലസ് D2/N2 എന്ന് കിട്ടിയില്ലേ? എടാ ആ D1 D2 H ആണ് അല്ലേ? അപ്പോൾ H ഡിവൈഡഡ് ബൈ N എന്ന് പറയുന്നത് 2√2 ആണ് പ്ലസ് H ഡിവൈഡഡ് ബൈ √2. ശരിയല്ലേ? നമുക്കിത് ആഡ് ചെയ്യണം അല്ലേ? ഇത് ആഡ് ചെയ്താൽ എത്ര വരും നമുക്ക് നോക്കാം അല്ലേ? ഇത് ആഡ് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കണം അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ആൾ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 2 കൊണ്ട് മുകളിലും താഴെയും. രണ്ടാമത്തേതാ ഈ ടേമിനെ സെക്കൻഡ് ടേമിനെ 2 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? സോ നിങ്ങൾ നോക്കണം മക്കളെ, എന്താ നമുക്ക് കിട്ടുന്നത് നിങ്ങൾ നോക്ക്. സോ D ഈക്വൽ ടു H ഡിവൈഡ് ബൈ 2√2 പ്ലസ് 2H ഡിവൈഡ് ബൈ 2√2 അല്ലേ? നൗ നമുക്കത് ആഡ് ചെയ്യാം. ആഡ് ചെയ്താൽ 3H ഡിവൈഡ് ബൈ 2√2. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അല്ലേ? H/√2 ഉണ്ട്. H/2 പ്ലസ് 3H/2√2 അല്ലേ? 3H വരുന്ന ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഡിനോമിനേറ്ററിലാണ് റൂട്ട് മുകളിലല്ല അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മുകളിലും താഴെയും ഓരോ 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക അല്ലേ? കാരണം ഇതിൻ്റെ ഡിനോമിനേറ്റർ നമുക്ക് 4 എന്നല്ലേ? 3H വരുന്ന ഓപ്ഷനിൽ ഡിനോമിനേറ്റർ 4 എന്നാണ് വന്നിരിക്കുന്നത്. സി മുകളിലും താഴെയും ഞാൻ ഓക്കെ മുകളിലും താഴെയും ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3H ഡിവൈഡഡ് ബൈ 4√2 ഇൻറ്റു 2 എന്ന് വരും അല്ലേ? ആ 2ഉം ആ 2ഉം താഴെയുള്ള റൂട്ടും കട്ട് ചെയ്താൽ നമുക്ക് എന്ത് ആൻസർ വന്നു? 3H ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു √2 എന്ന് വരും. ഈ √2 ഈ 2 കട്ട് ചെയ്ത് √2 വരും. സോ 3H/4 ഇൻറ്റു √2 എന്ന് വരും. നൗ ഇറ്റ്സ് ക്ലിയർ. 3H/4 ഇൻറ്റു H√2 ആണ്. നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ D ആണ്. അഭിരാമേ കറക്റ്റ് ആണ്. അനന്തു കറക്റ്റ്. നൗ കറക്റ്റ് ഓപ്ഷൻ D ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ അതാ കിടക്കുന്ന എ കോൺവെക്സ് ലെൻസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആൻഡ് ഫോക്കൽ ലെങ്ത് 18 centimeter in air is immersed in water. The change in focal length of the lens will be centimeter. അപ്പോൾ എയറിൽ ഫോക്കൽ ലെങ്ത് എത്രയാണ്? 18 centimeter ആണ് അല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ് ശരിയല്ലേ? അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ഉള്ള ഒരു ലെൻസ് എയർ ലൈൻ്റെ ഫോക്കൽ ലെങ്ത് 18 centimeter ആണെങ്കിൽ അല്ലേ, ഒരു സംഭവം പറഞ്ഞുതരാം. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണെങ്കിൽ ഈ ഫോക്കൽ ലെങ്ത് തന്നെയായിരിക്കും റേഡിയസ് ഓഫ് കർവേച്ചർ വരിക. ഓക്കെ, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ഉള്ള ലെൻസ് ആണെങ്കിലേ അതിൻ്റെ ഫോക്കൽ ലെങ്ത് ഇൻ എയർ എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ തന്നെയായിരിക്കും. ഓക്കെ, നമ്മളിത് എന്തിൻ്റെ അപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളെ ലെൻസ് മേക്കേഴ്സ് ഫോമുലേൻ്റെ അപ്ലിക്കേഷനാണ്. 1/f = N2 - N1 ഡിവൈഡ് ബൈ N1 അല്ലേ, ഇൻറ്റു 1/R1 - 1/R2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ ഇല്ലായിരുന്നോ അല്ലേ? ഇതിൽ നമ്മൾ ബൈക്കോൺവെക്സ് ലെൻസ് എടുത്താൽ R1 = +R എന്നും R2 = -R എന്നും എടുത്തത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അല്ലേ? അപ്പോൾ നമുക്ക് 1/f = എന്ത് എഴുതാം? N2 - N1/N1 ഇൻറ്റു 1/R മൈനസ് 1/-R അല്ലേ? ആ മൈനസ് അങ്ങ് പ്ലസ് ആവും അല്ലടാ മക്കളെ? അപ്പോൾ ഇത് പ്ലസ് ആയാൽ നിങ്ങൾ നോക്ക്, ഇത് പ്ലസ് ആയാൽ 2/R എന്ന് വരൂലേ? അപ്പോൾ 1/f ഇൻറ്റു N2 - N1/N1 അല്ലേ, ഇൻറ്റു 2/R എന്നാണ് വരിക. ഓർ ഫോക്കൽ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ f = N1R ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു N2 - N1. അങ്ങനെ ചെയ്തിട്ട് ഞാനത് കേട്ടോ. നമ്മളെ ലെൻസ് മേക്കേഴ്സ് ഫോമുലേന്ന് ഫോക്കൽ ലെങ്ത് കാണാനുള്ള ഒരു ഇക്വേഷൻ ഞാൻ ഉണ്ടാക്കി അങ്ങ് വെച്ചതാണ്. N1R ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു N2 - N1. നിങ്ങൾ പഠിച്ച ഇക്വേഷൻ തന്നെയാണ് അല്ലേ? ആ N1 എന്ന് പറയുന്നത് സറൗണ്ടിങ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. N2 എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന ആ ലെൻസ് ഉണ്ടല്ലോ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. എടാ മക്കളെ, എയർ ആണെങ്കിലേ, അപ്പോൾ നിങ്ങൾ നോക്ക്, എഫ് എയർ കാണണമെങ്കിൽ എഫ് എയർ അല്ലേ, നിങ്ങൾ നോക്ക്, നമ്മളെ ആ N1 എന്ന് പറയുന്നത് എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 വരും അല്ലേ? സോ 1 ഇൻറ്റു R ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഈ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ് -1
അല്ലേ? ആ 1.5 മൈനസ് 1 0.1 0.5 ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, എഫ് എയർ ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ 2 × 0.5. ആ 2 × 0.5 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പോൾ എഫ് എയർ ഈക്വൽ ടു ആറാണ്, ശരിയല്ലേ? അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എയറിലുള്ള ഫോക്കൽ ലെങ്ത് തന്നെയാണ്. എങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണെങ്കിൽ ഈ ഫോമിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു സംഭവമാണത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനിത് വാട്ടറിൽ കൊണ്ടുപോയി ഇമേഴ്സ് ചെയ്ത് വെച്ചു. അപ്പം ഇനീഷ്യലി ഉള്ള ഫോക്കൽ ലെങ്ത് 18 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ ഇനീഷ്യലി എയറുള്ളത് 18 സെൻറ്റിമീറ്റർ ആണ്. വാട്ടറിൽ കൊണ്ടുപോയിട്ടാൽ എത്ര ചേഞ്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ വാട്ടറിൽ ഞാൻ ഇമേഴ്സ് ചെയ്ത് വിട്ടാൽ നിങ്ങൾ നോക്കടാ, ഫോക്കൽ ലെങ്ത് ഓഫ് ദാറ്റ് ലെൻസ് ഇൻ വാട്ടർ അല്ലേ? അപ്പോൾ എൻ്റെ N1 എന്ന് പറയുന്നത് വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ വരിക, വാട്ടറിലെ സറൗണ്ടിങ് മീഡിയം അല്ലേ? അപ്പോൾ ഇതാ N1 എന്ന് പറയുന്നത് വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര വന്നടാ മക്കളെ? 4/3 എന്ന് വന്നു. 4/3 × അല്ലേ? ഈ 6 എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയുന്നത്? എഫ് എയർ ആണെന്നല്ലേ പറയുന്നത് അല്ലേ? 6 ഈക്വൽ ടു എഫ് എയർ എന്നല്ലേ കിട്ടിയത്. ആ എഫ് എയർ എത്രയായിരുന്നു? 18 സെൻറ്റിമീറ്റർ അല്ലേ? അതാ, അപ്പോൾ ഈ 6ൻ്റെ സ്ഥാനത്ത് ഞാൻ 18 എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ അല്ലേ? യെസ്, ഇനി എന്താ ഉള്ളത്? 2 × അല്ലേ? N2 മൈനസ് N1. N2 എന്ന് പറയുന്നത് എത്ര? 1.5. അത് ഞാൻ 3/2 എന്ന് എഴുതാം, മൈനസ് 4/3. കണ്ടോ? യെസ്, നമുക്കതങ്ങ് സിംപ്ലിഫൈ ചെയ്താണ് അല്ലേ? ഇതാ, ഇത് 3 ഇവിടെ കട്ട് ചെയ്ത് 6 വന്നു, ഈ 2 ഇവിടെ കട്ട് ചെയ്ത് 3 വന്നു. സോ 4 × 3 നമുക്ക് 12 എന്ന് വന്നു, ഡിവൈഡഡ് ബൈ 3/2 മൈനസ് 4/3. ശരിയല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ, ഈ ഡിനോമിനേറ്റർ ഇതാ ഞാനിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊന്ന് സോൾവ് ചെയ്യട്ടെ. സോ 3 × 3 9 മൈനസ് 8 ഡിവൈഡ് ബൈ 6 എന്ന് വരും അല്ലേ? ആ 9 മൈനസ് 8 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? 1/6, ആ 6 മുകളിലേക്ക് വന്നു. അപ്പോൾ 12 × 6 ഡിവൈഡ് ബൈ 1 ആണ് വരിക. ഇത് എത്ര വന്നു നമുക്ക്? 72 എന്ന് വന്നു അല്ലേ? അപ്പോൾ നമുക്ക് എയറിലുള്ള സമയത്ത് ഫോക്കൽ ലെങ്ത് 18 ആയിരുന്നു, വാട്ടറിൽ കൊണ്ടുപോയിട്ടപ്പം ഫോക്കൽ ലെങ്ത് എത്രയായി? 72 ആയില്ലടാ മക്കളെ അല്ലേ? എത്രയായി എന്നാണോ ക്വസ്റ്റ്യൻ? ഫോക്കൽ ലെങ്ത്തിന് എന്ത് സംഭവിച്ചു, എത്രയായി എന്നാണോ ക്വസ്റ്റ്യൻ? അല്ലല്ലോ, ചേഞ്ച് ഇൻ ഫോക്കൽ ലെങ്ത് അല്ലേ ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ 18 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന ഫോക്കൽ ലെങ്ത് അല്ലേ, വാട്ടറിൽ ഇമേഴ്സ് ചെയ്തിട്ടോ 72 സെൻറ്റിമീറ്റർ ആയി. എത്ര ചേഞ്ച് ചെയ്തു എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? സോ ആൻസർ എത്രയാ? 72 മൈനസ് 18 അല്ലേ? അപ്പോൾ 18 സെൻറ്റിമീറ്റർ ആയിരുന്നത് 72 സെൻറ്റിമീറ്റർ ആയി. അപ്പോൾ 72 മൈനസ് 18 ആണ് ആ ചേഞ്ച് വരുന്നത്. യെസ്, അത് എത്ര വരും? 54 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ വരും. യെസ്, അഭിരാം KV, അനന്തു മധു കറക്റ്റാണ്, 54 സെൻറ്റിമീറ്റർ അല്ലേ? ആ ഫൈനൽ ഫോക്കൽ ലെങ്ത് നിന്ന് ഇനീഷ്യൽ ഫോക്കൽ ലെങ്ത് നമ്മൾ മൈനസ് ചെയ്യുക. ഓക്കെ, അത് ലെൻസിൻ്റെ മാത്രം പ്രത്യേകതയാണ് അല്ലേ? ഫോക്കൽ ലെങ്ത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്മളെ സറൗണ്ടിങ് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? പോലടാ മക്കളെ. യെസ്, ദാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ. The refractive index of an equilateral prism is √2. ഒരു ഇക്വിലാറ്റർ പ്രിസം ഉണ്ട് അല്ലേ? അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √2 ആണ്. ദ ആംഗിൾ ഓഫ് എമർജൻസ് അനന്തു ഈ ആയിട്ട് ചെയ്താൽ കിട്ടും, പ്രശ്നമൊന്നുമില്ല. റേഷ്യോക്ക് ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എഫ് എയർ ഡിവൈഡ് ബൈ എഫ് വാട്ടർ ബൈ എഫ് എയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുത്തിട്ട് ചെയ്യാനല്ലേ? ചെയ്താൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ദെൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എൻ ഇക്വിലാറ്ററൽ പ്രിസം ഈസ് √2. ദ ആംഗിൾ ഓഫ് എമർജൻസ് അണ്ടർ മിനിമം ഡീവിയേഷൻ പൊസിഷൻ ഓഫ് പ്രിസം ഇൻ ഡിഗ്രീസ്. അപ്പം മിനിമം ഡീവിയേഷൻ പൊസിഷനിൽ അല്ലേ ആ ആംഗിൾ ഓഫ് എമർജൻസ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ നോക്ക്, എടാ ഡീവിയേഷൻ നമ്മൾ പഠിച്ചത് I+E - A എന്നല്ലേ നമ്മൾ ഡീവിയേഷൻ പഠിച്ചത് പ്രിസത്തിൻ്റെ കേസിൽ അല്ലേ? അതിൽ തന്നെ നിങ്ങൾ ഓർത്തേക്കണം, മിനിമം ഡീവിയേഷൻ ആണെങ്കിൽ, അതായത് ഈ ഡെൽറ്റ മിനിമത്തിനെയാണ് നമ്മൾ ക്യാപിറ്റൽ D എന്ന് എടുത്തിട്ടുണ്ടാവുക അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ I = E ആണെന്ന് അല്ലേ? അതായത് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസും സെയിം ആയിരിക്കും. അങ്ങനെയാണ് ഇവിടെ നോക്ക്, ഈ ഡെൽറ്റ മിനിമം
ആവുന്ന സമയത്ത്, മിനിമം ഡീവിയേഷൻ ആവുന്ന സമയത്ത്, അതായത് ഡെൽറ്റ ക്യാപിറ്റൽ ഡി ആവുന്ന സമയത്ത് ഈ ഐ എന്ന് പറയുന്നത് നിങ്ങൾ ഇ എന്ന് കൊടുത്താൽ ഇ പ്ലസ് ഇ 2e മൈനസ് എ അല്ലേ. അവിടെ നിന്നടാ 2e ഈക്വൽ ടു എ പ്ലസ് ഡി എന്നും, അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് എമർജൻസ് ഈക്വൽ ടു എ പ്ലസ് ഡി ബൈ 2 എന്നും കിട്ടിയോ? ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് എമർജൻസ് കാണാൻ നമ്മളെ കയ്യിലുള്ള ലോജിക്ക് ഇതാണ് അല്ലേ. ആംഗിൾ ഓഫ് എമർജൻസ് ഈക്വൽ ടു എ പ്ലസ് ഡി ബൈ 2. അതിൽ ആ എ എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾക്കറിയാം, കാരണം എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇക്വിലാറ്ററൽ പ്രിസമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഇക്വിലാറ്ററൽ പ്രിസം ആണെങ്കിൽ ആ ആംഗിൾ ഓഫ് പ്രിസം എ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60 ആയിരിക്കും. എ 60 ആണ് അല്ലടാ മക്കളെ. അപ്പോൾ എ 60 ആണ്. എന്ത് കിട്ടിയാൽ മതി? ആ ക്യാപിറ്റൽ ഡി കിട്ടിയാൽ മതി. ആ ക്യാപിറ്റൽ ഡി കാണാനാണ് നിങ്ങൾക്ക് എന്ത് തന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ നിങ്ങളെ ഫോർമുല ഈക്വൽ ടു എ പ്ലസ് ഡി ബൈ 2 ആണെന്നും അതിൽ എ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്നും ക്യാപിറ്റൽ ഡി കണ്ടുപിടിക്കണം അല്ലേ. ആ ക്യാപിറ്റൽ ഡി കണ്ടുപിടിക്കാൻ നമ്മളെ കയ്യിൽ എന്തുണ്ട്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ ഡി എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇത് മൂന്നും വരുന്നൊരു ഇക്വേഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരിക അല്ലേ. ഏതാണ് ഇക്വേഷൻ ഇപ്പം നിങ്ങൾക്കറിയാം? പ്രിസത്തിൻ്റെ കേസിൽ എൻ എ ഡി അല്ലേ. ഏതാ നമ്മുടെ ഇക്വേഷൻ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ ഇസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് ഡി ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2 എന്ന് പറയുന്ന നമ്മുടെ ഫോർമുല യൂസ് ചെയ്യണം അല്ലേ. ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോക്കടാ, √2 എന്ന് തന്നിട്ടുണ്ട്, ഈക്വൽ ടു സൈൻ ആ എ എന്ന് പറയുന്നത് 60 ആണ്, 60 പ്ലസ് ഡി ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ 60 ബൈ 2 എന്ന് പറഞ്ഞാൽ 30 വരും അല്ലേ. അപ്പോൾ നിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ √2 ഇൻറ്റു സൈൻ 30 അല്ലേ ഈക്വൽ ടു സൈൻ 60 പ്ലസ് ഡി ബൈ 2 എന്ന് വരും അല്ലേ. സൈൻ 30 വെച്ചാൽ 1/2 അല്ലേ. അപ്പോൾ ഇതാ √2 ഇൻറ്റു 1/2 ഈക്വൽ ടു സൈൻ 60 പ്ലസ് ഡി ബൈ 2 എന്ന് വരും അല്ലേ. ഇതാ ഈ 2ഉം √2 2 കട്ട് ചെയ്തുപോലെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതാ നമുക്ക് കിട്ടിയത് നോക്കിയേ നിങ്ങൾ, 1/√2 ഈക്വൽ ടു സൈൻ 60 പ്ലസ് ഡി ബൈ 2 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ സൈൻ 60 പ്ലസ് ഡി ബൈ 2ൻ്റെ വാല്യൂ എത്രയാണ്? 1/√2 എന്നാണ് പറയുന്നത് നമുക്ക് കിട്ടിയത് അല്ലേ. സൈൻ 60 പ്ലസ് ഡി ബൈ 2 ഈക്വൽ ടു 1/√2 അല്ലേ. സോ 1/√2 ഈക്വൽ ടു സൈൻ 60 പ്ലസ് ഡി ബൈ 2 എന്ന്. ശരിയല്ലേ? റൈറ്റ്. അങ്ങനെയാണെങ്കിൽ എടാ സൈനിൻ്റെ ഏത് വാല്യൂ ആണ് 1/√2 കിട്ടുന്നതാ മക്കളെ? നമുക്കറിയാമല്ലോ സൈനിൻ്റെ ഏത് വാല്യൂ ആണ് 1/√2 കിട്ടുന്നത്? 45 അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്ക്, സൈൻ 60 പ്ലസ് ഡി ബൈ 2 എന്ന് പറയുന്നത് 1/√2 ആണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ 60 പ്ലസ് ഡി ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ്? 45 ആണ് അല്ലേ. അവിടുന്ന് 60 പ്ലസ് ഡി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്, 90 എന്ന് വന്നില്ലേ. അപ്പോൾ ഡി ഈക്വൽ ടു എത്ര കിട്ടിയടാ? നമുക്ക് 30 കിട്ടിയില്ലേ അല്ലേ. നമ്മളെ പ്രശ്നം തീർന്നു. യെസ് അനന്തു കറക്റ്റാണ് അല്ലേ. അപ്പോൾ ഡി എന്ന് പറയുന്നത് അല്ലേ 30 എന്ന് കിട്ടി. ക്യാപിറ്റൽ ഡി നമുക്ക് 30 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ ഡി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മളെ ആംഗിൾ ഓഫ് എമർജൻസി കാണാൻ ദാ ഈ ഇക്വേഷനിൽ നമുക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ. ആംഗിൾ ഓഫ് എമർജൻസി കാണാൻ നമ്മളെ കയ്യിൽ ഇക്വേഷൻ എന്താ? എ പ്ലസ് ഡി ബൈ 2 അല്ലേ. ആ എ എന്ന് പറയുന്നത് 60 ആണ്, കാരണം ഇക്വിലാറ്ററൽ പ്രിസം അല്ലേ. ഡി നമ്മൾ കണ്ടുവച്ചു എത്രയാണ്? 30 ഡിവൈഡ് ബൈ 2. സോ ആൻസർ എത്ര കിട്ടിയടാ മക്കളെ? യെസ് 45 എന്ന് കിട്ടി ആംഗിൾ ഓഫ് എമർജൻസി അല്ലേ. അപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ 30 വന്നു അല്ലേ. ആംഗിൾ ഓഫ് എമർജൻസി 45 എന്ന് വന്നു. സോ ആൻസർ വരുന്നത് 45 ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ഇക്വേഷൻസ്, ഈ കോൺസെപ്റ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിച്ചേക്കണം. കറക്റ്റ് ശ്രീരാഗെ ഓക്കെ. അനന്തു യെസ് കറക്റ്റ് ആണ്, 45 ആണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കാം ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കൺസിസ്റ്റ് ഓഫ് an objective lens of focal length 1 centimeter and an eyepiece of focal length 5 centimeter with a separation of 10 centimeter. അപ്പോൾ നമ്മളൊരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉണ്ട്, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, ഐ പീസ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് 1 centimeter ആണ്, ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് 5 centimeter ആണ്. ഓക്കെ, ആൻഡ് വിത്ത് എ സെപ്പറേഷൻ ഓഫ് 10 centimeter. ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ 10 centimeter ആണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ an object and objective lens at which the strain on the eye is minimum is n by 40 centimeter.
ദ വാല്യൂ ഓഫ് എൻ എസ്. അപ്പോൾ നമ്മളെ ഈ ഒബ്ജക്റ്റീവ് നിന്ന് ഏതോ ഒരു ഡിസ്റ്റൻസിൽ അല്ലേ, ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്ന് ഏതോ ഒരു ഡിസ്റ്റൻസിൽ നിങ്ങളൊരു ഒബ്ജക്റ്റിനെ കൊണ്ടുപോയി വെച്ചപ്പം അല്ലേ, ആ ഇമേജ് നമ്മൾ കാണുകയാണേ അല്ലേ, ആ ഇമേജ് നമ്മൾ കാണുന്ന സമയത്ത് അല്ലേ സ്ട്രെയിൻ ഓൺ ദ ഐസ് മിനിമം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളെ കണ്ണിലുള്ള സ്ട്രെയിൻ മിനിമം ആണെങ്കിൽ ആ ഇമേജ് എവിടെയായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക? ഇമേജ് എവിടെയായിരിക്കണം മക്കളെ ഫോം ചെയ്തിട്ടുണ്ടാവുക? ഇൻഫിനിറ്റിയിലായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ ഫൈനൽ ഇമേജ് ഉണ്ടാവുന്ന എവിടെയാണ്? ഇൻഫിനിറ്റിയിലാണ് ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പറയണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടാവുക? ഒബ്ജക്റ്റീവിന് എത്ര ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടാവുക അല്ലേ? അതാണ് ക്വസ്റ്റ്യൻ. അത് കണ്ടുപിടിച്ചിട്ടൊന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പം നിങ്ങൾ നോക്കടാ, എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട് അല്ലേ, ഒരു ഐ പീസ് ഉണ്ട്, ശരിയല്ലേ. ഈ രണ്ട് ആളുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ ഹോൾ ഡിസ്റ്റൻസ് നമുക്ക് എത്രയും തന്നിട്ടുണ്ട്? 10 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. നിങ്ങൾ എവിടെയോ അല്ലേ ഒരു ഒബ്ജക്റ്റ് വെച്ചു. ദാ ഇവിടെ ഈ ഒബ്ജക്റ്റീവിൻ്റെ മുന്നിൽ ഒരു ഒബ്ജക്റ്റ് നിൽക്കുന്നുണ്ട്. ഈ ഡിസ്റ്റൻസ് നമുക്ക് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് UO എന്നെടുക്കാം, ശരിയല്ലേ. ഇനി ഇവിടെ എന്താ പിക്ചർ? എന്താ, ഈ ഒബ്ജക്റ്റീവ് ലെൻസ് ഒരു ഇമേജ് ഉണ്ടാക്കും. ആ ഇമേജ് നമ്മൾ ഐ പീസിൻ്റെ എന്തായിട്ട് ബിഹേവ് ചെയ്യും? ഒബ്ജക്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും അല്ലേ. എന്നിട്ട് ആ ഐ പീസാണ് നമുക്ക് ഫൈനൽ ഇമേജ് ഉണ്ടാക്കി തരുന്നത് അല്ലേ. അപ്പോൾ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നടക്കുന്ന കാര്യം ശരിക്കും മനസ്സിലായല്ലോ അല്ലേ. ഒബ്ജക്റ്റീവ് ലെൻസ് ഒരു ഇമേജ് ഉണ്ടാക്കും, ആ ഇമേജ് ഐ പീസിൻ്റെ ഒബ്ജക്റ്റായിട്ട് ബിഹേവ് ചെയ്യും, ഫൈനൽ ഇമേജ് ഉണ്ടാക്കി തരുന്നവരാണ് ഐ പീസാണ് അല്ലേ. അപ്പോൾ ദാ ഇവിടെ എവിടെയെങ്കിലും നമ്മളെ ഒബ്ജക്റ്റീവിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നു വിചാരിച്ചോ അല്ലേ. അപ്പോൾ ദാ ഇവിടുന്ന് ഇവിടേക്കുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താടാ? നമ്മളെ ഒബ്ജക്റ്റീവിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് VO അല്ലേ അല്ലേ. അപ്പോൾ ഇതാ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു ഇമേജ് ഉണ്ടായേ. ആ ഇമേജാണ് ദാ ഇവൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഐ പീസ് ഒരു ഇമേജ് ഉണ്ടാക്കി തന്നു, എവിടെ? ഇൻഫിനിറ്റിയിൽ അല്ലേ. എടാ ഇമേജ് ഉണ്ടാവുന്ന ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഒബ്ജക്റ്റ് എവിടെയായിരിക്കും നിൽക്കേണ്ടത്? ഫോക്കസിലല്ലേ നിൽക്കേണ്ടത് അല്ലേ. അതായത് ഈ ആളുണ്ടല്ലോ, നമ്മളെ ഒബ്ജക്റ്റീവ് ഉണ്ടാക്കി കൊടുത്തൊരു ഇമേജ്, നമ്മളെ ഐ പീസിൻ്റെ ഒബ്ജക്റ്റായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾ അല്ലേ, ഓ നിൽക്കേണ്ടത് നമ്മളെ ഐ പീസിൻ്റെ എവിടെയാണ്? ഫോക്കസിലാണ്. അത് ലോജിക് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് ഐ പീസിൻ്റെ ഫോക്കസ് ആണെന്നും അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണെന്നും മനസ്സിലായോ നിങ്ങൾക്ക്? കാരണം ഈ ഫൈനൽ ഇമേജ് ഉണ്ടാകുന്ന എവിടെയാണ്? ഇൻഫിനിറ്റിയിലാണ്. അത് ആരാ ഉണ്ടാക്കുന്നത്? നമ്മൾ ഐ പീസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഐ പീസ് ഉണ്ടാക്കുന്ന ഈ ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഒബ്ജക്റ്റ് നിൽക്കേണ്ടത് എവിടെയാണ്? അതിൻ്റെ ഫോക്കസിലാണ് അല്ലേ. ആ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഇമേജ് അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളെ ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ്. നിങ്ങൾക്ക് മനസ്സിലായി? അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? 5 ആണ്. ഈ ഡിസ്റ്റൻസ് 5 സെൻറ്റിമീറ്റർ ആണ്, ശരിയല്ലേ. വളരെ ക്ലിയർ ആയി. ഇപ്പോൾ ഫിഗറിൽ നിങ്ങൾ നോക്കടാ, ഈ ഹോൾ ഡിസ്റ്റൻസ് 10 സെൻറ്റിമീറ്റർ അല്ലേ അല്ലേ. അവിടെ എന്താ ഇവിടം വരെ 5 ആണെങ്കിൽ അല്ലേ, ഈ VO എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 10 - 5 ആയിരിക്കും അല്ലേ അല്ലേ. ഇനി നിങ്ങളപ്പം നോക്ക്, നിങ്ങൾക്ക് ഈ ഒബ്ജക്റ്റീവ് ലെൻസ് നിങ്ങൾ കൺസിഡർ ചെയ്താൽ ആ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് 5 സെൻറ്റിമീറ്റർ ആണ്. അത് +5 തന്നെയാണ്, കാരണം റൈറ്റ് സൈഡിലാണുള്ളത്, ശരിയല്ലേ. ദെൻ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒബ്ജക്റ്റീവിൻ്റെ എത്ര ഡിസ്റ്റൻസിൽ ആ ഒബ്ജക്റ്റ് വെക്കണം? U ആണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. അതിന് ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് നിങ്ങൾക്ക് 1 സെൻറ്റിമീറ്റർ തന്നിട്ടില്ലേ അല്ലേ. ഇത് കോൺവെക്സ് ലെൻസ് അല്ലേ, പോസിറ്റീവ് അല്ലേ ഫോക്കൽ ലെങ്ത് വരിക അല്ലേ. അപ്പം V അറിയാം, ഇമേജ് ഡിസ്റ്റൻസ് അറിയാം, ഫോക്കൽ ലെങ്ത് അറിയാം, എന്താണ് കാണേണ്ടത്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അല്ലേ കാണേണ്ടത് അല്ലേ. ഇത് മൂന്നും വരുന്ന റിലേഷൻ എന്ന് പറയുന്നത് നമ്മളെ തിൻ ലെൻസ് ഫോർമുല അല്ലേ. എന്തായിരുന്നു തിൻ ലെൻസ് ഫോർമുല നമ്മളോട് പറയുന്നത്? 1/f = 1/v - 1/u അല്ലേ. അത് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ടേംസിൽ മാറ്റുകയാണെങ്കിൽ 1/ ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് = 1/ ഇമേജ് ഡിസ്റ്റൻസ് അല്ലേ, കറസ്പോണ്ടിങ് ടു ദാറ്റ് ഒബ്ജക്റ്റീവ് ലെൻസ് -1/ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റീവ് ലെൻസ്, ശരിയല്ലേ. ഇനി വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക്. ആ ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് 1 സെൻറ്റിമീറ്റർ ആണ്. സോ 1/1 = ഇമേജ് ഡിസ്റ്റൻസ് 5 സെൻറ്റിമീറ്റർ ആണ്. 1/5 - 1/u
അല്ലേ? അവിടെ നമുക്ക് 1/u = എന്ത് വന്നടാ, 1/5 - 1 എന്ന് വന്നില്ലേ? ഓർ 1/u = എത്ര വന്നു? ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 മൈനസ് അല്ലേ, 1 - 5 / 5 എന്ന് വന്നു, വിച്ച് ഈസ് ഈക്വൽ ടു -4/5 എന്ന് വന്നു. 1/u അല്ലേ? അപ്പോൾ 1/u - 4/5 ആണെങ്കിൽ അല്ലേ, ആ u എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5/4 ആയിരിക്കും, -5/4 ആയിരിക്കും. ആ മൈനസ് സൈന് കാണിക്കുന്നത് അല്ലേ ഇതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നതെന്നല്ലേ, ഇവിടെ ഇങ്ങോട്ടാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതെന്നല്ലേ ആ മൈനസ് സൈന് കാണിക്കുന്നത് അല്ലേ? അവർ പറയുകയാണ് ആ ഡിസ്റ്റൻസ് n/40 ആണെന്ന് അല്ലേ, ഗിവൺ ദാറ്റ് u = n/40 അല്ലേ. ദാറ്റ് മീൻസ് 5/4 = n/40 എന്ന് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണ് n എത്രയെന്നല്ലേ ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്ക്, ഇതാ ഈ 4 ഈ 40 കട്ട് ചെയ്ത് 10 വന്നില്ലേ, അപ്പോൾ നിങ്ങൾക്ക് 5 = n/10 എന്ന് കിട്ടിയില്ലേ? യെസ്. അപ്പോൾ നിങ്ങൾ n = എന്ത് വരും? 50 വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ n-ൻ്റെ വാല്യൂ എത്രയാണ്? 50 എന്നാണ് നമുക്ക് n-ൻ്റെ വാല്യൂ കിട്ടുക. യെസ്, 50. ഓക്കെ, ക്ലിയർ അല്ലടാ മക്കളെ? അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലെ വേവ് ഓപ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ നോക്കിയാൽ അതിലാദ്യം നിങ്ങൾ ഓർക്കേണ്ടത് നമ്മളെ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി കാണുന്ന ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ 2 വേവ്സ് അല്ലേ, ഫസ്റ്റ് വേവിൻ്റെ ഇൻറ്റൻസിറ്റി I1, സെക്കൻഡ് ഇൻറ്റൻസിറ്റി I2 ആണ്. ഫേസ് ഡിഫറൻസ് 5 ആണെങ്കിൽ അല്ലേ, റിസൾട്ടൻ്റ് ഇവർ സൂപ്പർ പോസ് ചെയ്താലുള്ള റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി I1 + I2 + 2√I1 I2 cos എന്ന് പറയുന്ന ഇക്വേഷൻ, ശരിയല്ലേ? ദെൻ ഇപ്പം നമുക്കറിയാം ഈ 2 വേവ്സും അല്ലേ കൊഹിറൻറ്റ് സോഴ്സസ് എന്നാണ് വരുന്നത്. കൊഹിറൻറ്റ് സൂപ്പർപൊസിഷൻ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അങ്ങനെയാണ് I എന്ന് പറയുന്നത് I1 + I2 + 2√I1 I2 cos ആണെന്നും, എന്നാൽ ഇൻകൊഹിറൻ്റ് ആണെങ്കിൽ അല്ലേ ആ ലാസ്റ്റ് വരുന്ന ഇൻ്റർഫറൻസ് ടേം ഉണ്ടാവില്ല എന്നും I = I1 + I2 മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതാ I = I1 + I2 + 2√I1 I2 cos അല്ലേ. ഇത് കൊഹിറൻ്റ് ആണെങ്കിൽ I = I1 + I2 മാത്രമേ ഉള്ളൂ. ഇൻകൊഹിറൻ്റ് ആണെങ്കിൽ ഓർത്ത് വെച്ചേക്കണം, ശരിയല്ലേ? ഇനി സപ്പോസ് ഈ 2 ഇൻറ്റൻസിറ്റിയും ഈ 2 ലൈറ്റ് വേവ്സിന് ഇൻറ്റൻസിറ്റി സെയിം ആണ്, I0 ആണെങ്കിൽ ആ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി I = 4I0 × cos² 5/2 എന്നാണ് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ ഈ 4I0 എന്ന് പറയുന്നത് Imax എന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ശരിയല്ലടാ മക്കളെ? ഓക്കെ, പിന്നെ നമ്മൾ വരുന്നത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ് അല്ലേ, പഠിച്ചേക്കണം. ആ പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷൻ പഠിച്ചേക്കണം. പാത്ത് ഡിഫറൻസ് എത്രയാണ് വരിക? എക്സ് അല്ലേ, ഇപ്പം നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ അവിടെയുള്ള പാത്ത് ഡിഫറൻസ് x(d) / D എന്നാണ് വരിക. ആ പാത്ത് ഡിഫറൻസ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ആണെങ്കിൽ അവിടെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കും അല്ലേ. ഓഡ് മൾട്ടിപ്പിൾ ഓഫ് λ/2 ആണെങ്കിൽ എന്ത് നടക്കും അല്ലെ, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കും. ഓർമ്മയുണ്ടല്ലോ? അതിനെ ആ ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് നമ്മൾ ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ പൊസിഷൻ പറയുന്നുണ്ട്, ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ പൊസിഷൻ പറയുന്നുണ്ട്. അങ്ങനെ അടുത്തടുത്ത 2 ഫ്രിഞ്ചസിൻ്റെ ഇടയ്ക്കുള്ള അടുത്തടുത്ത ഡാർക്ക് ഫ്രിഞ്ചസിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കണ്ടാൽ അവിടെയുള്ള ഫ്രിഞ്ച് വിടുത്തായി, ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ വിടുത്തായി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ ഫ്രിഞ്ച് വിടുത്തിൻ്റെ ഇക്വേഷനും നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഫ്രിഞ്ച് വിടുത്ത് β = എന്തായിരുന്നു? λd/d ആണ് അല്ലേ. നമ്മൾ ഇൻ്റർഫറൻസിൽ ഏത് ഫ്രിഞ്ചസ് എടുത്താലും, ബ്രൈറ്റ് ഫ്രിഞ്ച്, ഡാർക്ക് ഫ്രിഞ്ച്, സെൻട്രൽ വരുന്ന ഏത് ഫ്രിഞ്ച് എടുത്താലും ഫ്രിഞ്ച് വിടുത്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും, βd/d ആയിരിക്കും. എല്ലാ ഫ്രിഞ്ചസും ഈക്വലി ഇൻറ്റൻസും ആയിരിക്കും. ഓർമ്മയുണ്ടല്ലോ? ഇനി നമ്മൾ ഈ ഹോൾ അപ്പാരറ്റസ് വേറെ ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? ആ ഫ്രിഞ്ച് വിടുത്ത് β' എന്ന് പറയുന്ന β/n ആവും അല്ലേ, കുറയും, ശരിയല്ലേ? പിന്നെ നമ്മൾ വരുന്നത് ഓവർലാപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം കയറി വരാം അല്ലേ. അതായത് n1th മാക്സിമം ഓഫ് ഫസ്റ്റ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് λ1, n2 അല്ലേ മാക്സിമം ഓഫ് സെക്കൻഡ് വേവ് ഓഫ് വേവ് ലെങ്ത് λ2 ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട്, n1 λ1 = n2 λ2 ആയിരിക്കും. അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ കയറി വരാം അല്ലേ. പിന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എവിടേക്ക് പോവാണ്? ഡൈഫ്രാക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ വാട്ട് ഈസ് കണ്ടീഷൻ ഫോർ മിനിമം അല്ലേ. മിനിമത്തിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ പാത്ത് ഡിഫറൻസ് നമ്മൾ പറയാം a sin θ എന്നാണ് പറയാം അല്ലേ. അത്
ഇൻ്റർഫറൻസിലാണ് ഡി സൈൻ തീറ്റ ആണ്. ഇവിടെ നമ്മൾ എ എന്നാണ് ആ സ്ലിറ്റിൻ്റെ വിടുത്തെടുക്കുക. എ സൈൻ തീറ്റ ഈക്വൽ ടു എല്ലാംഡ ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻ ഫോർ ഡാർക്ക് ഫ്രിഞ്ച് അല്ലേ. കണ്ടീഷൻ ഫോർ ബ്രൈറ്റ് ഫ്രിഞ്ച് എന്തായിരുന്നു? 2n+1 ലാംഡ ബീറ്റോ ആണ്. ശ്രദ്ധിക്കണം, യെസ് 2n+1 ലാംഡ ബീറ്റോ ആണ്. ഇവർ n = 1 2 3 എക്സെട്ര. ശരിയാണല്ലോ. പിന്നെ വരുന്നത് നമ്മൾ പോളറൈസേഷൻ ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് മാലൂസ് ലോ അല്ലേ. എന്തായാലും മാലൂസ് ലോ നിങ്ങൾ പഠിച്ചതാണ് അല്ലേ. ഒരു അനലൈസറിൽ പോളറൈസ്ഡ് ലൈറ്റ് വന്ന് വീഴാണ്. ആ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I0 ആണ്. ഈ അനലൈസറും പോളറൈസറും തമ്മിലുള്ള ആംഗിള് അല്ലേ തീറ്റയാണെങ്കിൽ ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് I = I0 cos² തീറ്റ ആയിരിക്കും. ഇതാണ് മാലൂസ് ലോ നമ്മളോട് പറയുന്നത്. ഓർമ്മയുണ്ടല്ലോ അല്ലേ, അത് പഠിച്ചു വെച്ചേക്കണം. I = I0 × cos² തീറ്റ. അതിൽ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഈ I0 എന്ന് പറയുന്നത് പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് അല്ലേ, അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അല്ല. പോളറൈസറിലൂടെ ഒരു പ്രാവശ്യം കടന്നുപോയാൽ ഇൻറ്റൻസിറ്റി അങ്ങോട്ട് പകുതിയാവും അല്ലേ. അപ്പോൾ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റീൻ്റെ പകുതിയാണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ദെൻ പിന്നെ പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷനിൽ ബ്രൂസ്റ്റേഴ്സ് ലോ നമ്മളോട് പറയുന്നത് എന്താണ്? ടാൻജൻറ്റ് ഓഫ് തീറ്റ ഐ പി അല്ലേ, ഓർ തീറ്റ പി അല്ലേ. പോളറൈസിങ് ആംഗിളിൻ്റെ ടാൻജൻറ്റ് ഓഫ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഓർ പോളറൈസിങ് ആംഗിൾ = എന്താണ്? യെസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n എന്നാണ് നമ്മൾ പഠിച്ചത് ബ്രൂസ്റ്റേഴ്സ് ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ വേവ് ഓപ്റ്റിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളത് പഠിച്ചേക്കണം. ഇവിടെ എല്ലാ കണ്ടീഷൻസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കണ്ടീഷൻസൊക്കെ പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ് റിലേഷൻ ഉണ്ട്. ഈ ആംപ്ലിറ്റ്യൂഡിൻ്റെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡിൻ്റെ റിലേഷൻ, റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റീൻ്റെ റിലേഷൻ, പിന്നെ നമ്മളെ ഓവർലാപ്പിംഗ് കേസിലുള്ള കണ്ടീഷൻ n1 λ1 = n2 λ2, പിന്നെ ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ, പിന്നെ ഈ ഹോൾ മീഡിയത്തിലെ ഹോൾ അപ്പാരറ്റസ് ഒരു മീഡിയത്തിൽ ഇമേഴ്സ് ചെയ്താലുള്ള ഫ്രിഞ്ച് വിഡ്ത്ത് എത്രയായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഈ പ്രാവശ്യം എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. എ fringe width of 6 mm was produced for 2 slits separated by 1 mm apart. The screen is placed 10 meter away. The wavelength of light used is x nanometer. The value of x to nearest integer is. A fringe width of 6 mm. അപ്പോൾ ഫ്രിഞ്ച് വിഡ്ത്ത് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ തന്നിട്ടുണ്ട് എത്രയാണ്? 6 mm ആണ് അല്ലേ. അപ്പം എന്നിട്ട് പറയുന്നത് എന്താണ്? പ്രൊഡ്യൂസ്ഡ് ഫോർ 2 slits separated by 1 mm apart. അപ്പോൾ 2 സ്ലിറ്റുകളുണ്ട്. ആ സ്ലിറ്റുകളുടെ ഇടയ്ക്കുള്ള സെപ്പറേഷൻ എത്രയാണ്? 1 mm ആണ്. അപ്പോൾ സ്മോൾ ഡി എന്ന് പറയുന്നത് 1 mm ആണ്. ദ സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് 10 meter അവേ. അപ്പോൾ സ്ക്രീന് വെച്ചിരിക്കുന്ന 10 meter ഡിസ്റ്റൻസിൽ നിന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഡി 10 meter ആണ്. അങ്ങനെയാണെങ്കിൽ വേവ് ലെങ്ത് എത്ര എന്നല്ലേ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ബീറ്റ നിങ്ങൾക്കറിയാം, വേവ് ലെങ്ത് കാണണം. ഏതാണ് മക്കളെ ഇക്വേഷൻ? ബീറ്റ = λd/d അല്ലേ. അവിടെ നിന്ന് നിങ്ങൾക്ക് ലാംഡ = എന്ത് വരും? ബീറ്റ d/D എന്ന് കിട്ടിയില്ലേ. ആ ബീറ്റ എന്ന് പറയുന്നത് 6 mm ആണ്, 6 × 10⁻³ ആ ഡി എന്ന് പറയുന്നത് 1 mm ആണ്, 10⁻³ ഡിവൈഡഡ് ബൈ 10 എന്നല്ലേ വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇത് 6 × 10⁻⁻6 ആ 10 മുകളിൽ വരുന്ന 10⁻⁻1. അപ്പോൾ 6 × 10⁻⁻7 എന്ന് വന്നു. അത് നമുക്ക് 600 × 10⁻⁻9 മീറ്റർ എന്ന് എഴുതി കൂടെ. ഈ 10⁻⁻9 മീറ്ററല്ലേ നാനോമീറ്റർ. സോ 600 നാനോമീറ്റർ എന്ന ആൻസർ വരൂലേ. അപ്പോൾ വേവ് ലെങ്ത് എത്രയാണ് വരുന്നത്? 600 നാനോമീറ്റർ ആണ് നമ്മുടെ വേവ് ലെങ്ത് വരുന്നത്. ഓക്കെ, എനിവേ ഈ ഇക്വേഷൻ ഒന്ന് എല്ലാവരും തറവായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. An unpolarized light beam of intensity 2I0 is passed through a Polaroid P and then through another Polaroid Q, which is oriented such that its passing axis makes an angle 30 degree relative to that of P. അപ്പോൾ 2 പോളറൈസേഴ്സ് ഉണ്ട്, പോളറോയിഡ്സ് ഉണ്ട് അല്ലേ, പിയും ക്യൂ. ഇത് പി എന്ന് പറയുന്ന പോളറോയിഡ് ആണ് അല്ലേ. ഇത് ക്യൂ എന്ന് പറയുന്ന പോളറോയിഡ്. ഇത് പി, ഇത് ക്യൂ.
വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ദർ പാസിംഗ് ആക്സിസ് മേക്സ് എൻ ആംഗിൾ 30 ഡിഗ്രി ടു ദാറ്റ് ഓഫ് പി. അപ്പോൾ ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ ഇൻറ്റൻസിറ്റി ഓഫ് എമർജൻ ലൈറ്റ്, ഇവിടെ നിന്ന് എമർജ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയായിരിക്കും? ഇവിടെ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് വന്ന് വീഴുന്നുണ്ട് അല്ലേ? ആ അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി 2I0 ആണ്. ഇത് മക്കളെ ഫസ്റ്റ് പോളറൈസറിലൂടെ പോളറൈഡിലൂടെ കടന്നു പോകുന്ന സമയത്ത് യെസ് അവിടെ എന്ത് സംഭവിക്കും? യെസ് പോളറൈസേഷൻ നടക്കും, കൂട്ടത്തിൽ ഇൻറ്റൻസിറ്റി അങ്ങ് പകുതിയാവും, I0 എന്നാവും ഇൻറ്റൻസിറ്റി അല്ലേ? ഇതാണ് പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലേ? ഈ ലൈറ്റിനെയാണ് നമ്മൾ ആര് കിട്ടുന്നത്? രണ്ടാമത്തെ അനലൈസർ എന്ന് പറയുന്ന പോളറോയിഡിൽ നിന്ന് കിട്ടുന്നത് അല്ലേ? ഓൻ്റെ എമർജൻറ്റ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കാണാൻ നമ്മൾ എന്താ പഠിച്ചത്? I = I0 × cos സ്ക്വയർ തീറ്റ അല്ലേ? ആ തീറ്റ എന്ന് പറഞ്ഞ ഇവിടെ എത്രയാണ്? 30 ആണ്. സോ cos സ്ക്വയർ 30. സോ I0 × cos 30 √3/2 ആണ് അതിൻ്റെ സ്ക്വയർ. സോ എത്ര വരും? 3/4 I0 എന്ന ആൻസർ 3I0/4. ശരിയല്ലേ? ഓപ്ഷൻ സി. യെസ് കറക്റ്റാണ് അനന്തു. ഹെൻറി യെസ്, ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് അല്ലേ? ദെൻ അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. എ സിംഗിൾ സിറ്റ് ഓഫ് വിഡ്ത്ത് എ ഈസ് ഇലുമിനേറ്റഡ് ബൈ എ മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 600 നാനോമീറ്റർ. ദ വാല്യൂ ഓഫ് എ ഫോർ വിച്ച് ഫസ്റ്റ് മിനിമം അപ്പിയേഴ്സ് അറ്റ് തീറ്റ = 30 ഡിഗ്രി ഓൺ ദ സ്ക്രീൻ വിൽ ബി അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, സിംഗിൾ സിറ്റ് ഡൈഫ്രാക്ഷൻ ആണ്. അതിലെന്താ ചോദിച്ചിരിക്കുന്നത്? എൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? എന്തിനുള്ള എൻ്റെ വാല്യൂ? ഫസ്റ്റ് മിനിമം തീറ്റ = 30 ഡിഗ്രിയിൽ ഫസ്റ്റ് മിനിമത്തിൻ്റെ ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് 30 ഡിഗ്രി ആണെങ്കിൽ ആ എൻ്റെ വാല്യൂ എത്ര? എടാ മിനിമത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? പാത്ത് ഡിഫറൻസ് A sin θ = n ലാംഡ അല്ലേ? അത് ഫസ്റ്റ് മിനിമം ആണെങ്കിൽ n = 1 ആണ്. അപ്പോൾ A sin θ = എന്താണ്? ലാംഡയാണ് അല്ലേ? അവർ ചോദിച്ചിരുന്ന എൻ്റെ വാല്യൂ ആണ്. അപ്പോൾ A = ലാംഡ / sin θ അല്ലേ? എന്താ കണ്ടീഷൻ? തീറ്റ = 30 ആവാൻ ആ എ എത്ര ആയിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ആംഗുലാർ സെപ്പറേഷൻ തീറ്റ = 30 ആണെങ്കിൽ ആ എൻ്റെ വാല്യൂ എത്രയാണെന്ന് കാണണമെങ്കിൽ ഇവിടെ ആ ലാംഡ എന്ന് പറയുന്നത് 600 നാനോമീറ്റർ ആണ്. 600 × 10⁻⁹ ഡിവൈഡഡ് ബൈ sin 30 എന്ന് വരും അല്ലേ? ആ sin 30ൻ്റെ വാല്യൂ 1/2 അല്ലേ? അപ്പോൾ 600 × 10⁻⁹ ഡിവൈഡഡ് ബൈ 1/2 അതെത്ര വന്നു? 1200 × 10⁻⁹ അല്ലേ? ഓർ ഇറ്റ് ഈസ് 1.2 × 10⁻⁶ മീറ്റർ അല്ലേ? ആ 10⁻⁶ മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? യെസ് മൈക്രോമീറ്റർ ആണ്. യെസ് കറക്റ്റ് ആണ്. യെസ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അതിനാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ റേ ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡന്റ് ഫ്രോം ഡെൻസർ ടു റെയർ മീഡിയം. The critical angle for total internal reflection theta IC and Brewster's angle theta IB. ഓക്കെ, അപ്പോൾ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് റേ ഓഫ് ലൈറ്റ് പോവാണ് അല്ലേ? അപ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദ ഡെൻസർ മീഡിയം ഫോർ വിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻ ദ റെയർ മീഡിയം ഈസ് 90 ഡിഗ്രി അല്ലേ? അതാണ് നമ്മൾ പറയുന്നത് തീറ്റ IC എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അത് തന്നിട്ടുണ്ട്. തീറ്റ IC എന്നാണ് ആ വാല്യൂ പറഞ്ഞിരുന്നത് അല്ലേ? തീറ്റ IB ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, സൈൻ തീറ്റ IC ബൈ സൈൻ തീറ്റ IB 1.28 ആണെങ്കിൽ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ടു മീഡിയ അല്ലേ? ഈ മീഡിയത്തിൻ്റെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയായിരിക്കും? ഈ റെയർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് NR എന്നും ഡെൻസർ മീഡിയത്തിൻ്റെ ND എന്നും ഞാൻ എടുത്താൽ നിങ്ങൾക്കറിയാം സൈൻ തീറ്റ IC അല്ലേ? ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ സൈൻ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയർ മീഡിയം ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡെൻസർ മീഡിയമാണ്. ശരിയല്ലേ? ഇനി നമ്മൾ ബ്രൂസ്റ്റേഴ്സ് ലോ പഠിച്ചിട്ടുണ്ട്. ടാൻജൻറ്റ് ഓഫ് പോളറൈസിങ് ആംഗിൾ ഇസ് ഈക്വൽ ടു അല്ലേ? എന്താ നമ്മൾ പഠിച്ചത്? NR ഡിവൈഡഡ് ബൈ ND എന്നാണ് നമ്മൾ പഠിച്ചത്. ശരിയല്ലേ? അത് ശരിക്കും ശ്രദ്ധിക്കണം. അത് NR എന്ന് പറയുന്നത് റെയർ മീഡിയം എയർ ആണെങ്കിൽ 1/n നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ശരിയല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഇത് ഈ ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഇത് N2 N1 എന്നൊക്കെ എടുത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും
റൈറ്റ്. അപ്പോൾ നമ്മൾ ഇതെടുത്താൽ ഇതാ ഇവിടെ നമുക്ക് സൈൻ തീറ്റ ഐ ബി എന്ത് എഴുതാണ് മക്കളെ? നോക്ക്, ടാൻ തീറ്റ ഐ ബി എൻ ആർ ബൈ എൻ ഡി ആണ്. ഇത് എൻ ആർ, ഇത് എൻ ഡി ആണെങ്കിൽ ഇത് റൂട്ട് എൻ ആർ സ്ക്വയർ പ്ലസ് എൻ ഡി സ്ക്വയർ എന്നല്ലേ വരിക അല്ലേ? അപ്പോൾ നമുക്ക് വരുന്നത് സൈൻ തീറ്റ ഐ ബി എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ എൻ ആർ ഡിവൈഡഡ് ബൈ റൂട്ട് എൻ ആർ സ്ക്വയർ പ്ലസ് എൻ ഡി സ്ക്വയർ എന്ന് ചെയ്താലോ. അപ്പോൾ ഇതാ എൻ ആർ ഡിവൈഡഡ് ബൈ റൂട്ട് എൻ ആർ സ്ക്വയർ പ്ലസ് എൻ ഡി സ്ക്വയർ ആണ് നമ്മൾ സൈൻ തീറ്റ ഐ ബി വരിക. ആ സൈൻ തീറ്റ ഐ ബി നമുക്കറിയാം. ഇനി ഇതിൻ്റെ റേഷ്യോ എടുക്കാം നമുക്ക് അല്ലേ? അപ്പോൾ എന്താ നമ്മൾ പറയുന്നത്? സൈൻ തീറ്റ ഐ സി ഡിവൈഡ് ബൈ സൈൻ തീറ്റ ഐ ബി ഈക്വൽ ടു അല്ലേ? നമുക്കത് ആ റേഷ്യോ ഒന്ന് എടുത്ത് നോക്കാം. ഇതാ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്ക്. എന്താ നമുക്ക് കിട്ടാൻ പോകുന്നത്? എൻ ആർ ഡിവൈഡഡ് ബൈ എൻ ഡി അല്ലേ? എൻ ആർ ഡിവൈഡഡ് ബൈ എൻ ഡി ഇസ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ എൻ ആർ ബൈ റൂട്ട് ഓഫ് എൻ ആർ സ്ക്വയർ പ്ലസ് എൻ ഡി സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്? ആ എൻ ആർ കട്ട് ചെയ്ത് പോയി അല്ലേ? അപ്പോൾ റൂട്ട് എൻ ആർ സ്ക്വയർ പ്ലസ് എൻ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ഡി ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ഐ സി ഡിവൈഡ് ബൈ സൈൻ തീറ്റ ഐ ബി എന്ന് വരും. ശരിയല്ലേ? സോ ദാറ്റ്സ് ഈക്വൽ, ഈ വാല്യൂ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 1.28 തന്നിട്ടുണ്ട്. ശരിയല്ലേ? അത് നമുക്കൊന്ന് സോൾവ് ചെയ്ത് സ്ക്വയർ ചെയ്ത് സോൾവ് ചെയ്താൽ എൻ ആർ സ്ക്വയർ പ്ലസ് എൻ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1.28 സ്ക്വയർ എന്ന് വരും. സോ എൻ ആർ സ്ക്വയർ ബൈ എൻ ഡി സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1.28 സ്ക്വയർ. എൻ ആർ സ്ക്വയർ ബൈ എൻ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1.28 സ്ക്വയർ മൈനസ് 1 എന്ന് വരും. ആ 1 നമുക്ക് 1 സ്ക്വയർ എന്ന് എഴുതാം. ഇത് നമുക്ക് സോൾവ് ചെയ്യാം അല്ലേ? ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് നമുക്ക് യൂസ് ചെയ്ത് ആ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് നമുക്കത് സോൾവ് ചെയ്യാം. സോ എൻ ആർ സ്ക്വയർ ബൈ എൻ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1.28 പ്ലസ് 1 ഇൻറ്റു 1.28 മൈനസ് 1 എന്ന് വരും. സോ അത് 1.28 പ്ലസ് 1 എന്നുള്ള എത്ര വരും? 2.28 എന്ന് വരും ഇൻറ്റു 0.28. ഇത് അപ്രോക്സിമറ്റ്ലി 0.63 സംതിങ് എന്ന് വരും അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, എൻ ആർ ഡിവൈഡ് ബൈ എൻ ഡി സ്ക്വയർ എന്ന് പറയുന്നത് 0.63 സംതിങ് ആണ് അല്ലേ? അത് അങ്ങനെയാണെങ്കിൽ 0.64 ആയിരുന്നെങ്കിൽ എൻ ആർ ബൈ എൻ ഡി സിക്കൽ നമുക്ക് എന്ത് ചെയ്താം? 0.8 എന്ന് അപ്രോക്സിമേറ്റ്ലി എഴുതാം. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയാൽ ടു കൊഹിറൻറ്റ് സോഴ്സസ് produces waves of different intensities which interfere. After interference, the ratio of maximum intensity to minimum intensity is 16. അപ്പോൾ ഐ മാക്സ് ബൈ ഐ മിനിമം നമുക്ക് 16 തന്നിട്ടുണ്ട് അല്ലേ? ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ വേവ്സ് ആർ ഇൻ ദ റേഷ്യോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്ക്, ഐ മാക്സ് ഡിവൈഡഡ് ബൈ ഐ മിനിമം ഈക്വൽ ടു 16 ആണ് അല്ലേ? ഇനി നിങ്ങൾക്കറിയാം ഐ പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ അല്ലേ? അപ്പോൾ ഐ മാക്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എ മാക്സ് സ്ക്വയർ ആയിരിക്കും അല്ലേ? ഐ മിനിമം എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഐ മിനിമം സ്ക്വയർ ആയിരിക്കും അല്ലേ? അപ്പോൾ ഐ മാക്സ് ബൈ ഐ മിനിമം എന്ന് പറയുന്നത് എ മാക്സ് സ്ക്വയർ ബൈ എ മിനിമം സ്ക്വയർ ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 60. അവിടെ നമുക്ക് എ മാക്സ് ഡിവൈഡഡ് ബൈ എ മിനിമം ഈക്വൽ ടു 4 എന്ന് വരും അല്ലേ? ഈ എ മാക്സ് എന്ന് പറയുന്നത് A1 പ്ലസ് A2 അല്ലടാ. എ മിനിമം എന്ന് പറയുന്നത് A1 മൈനസ് A2 അല്ല, ദറ്റ്സ് ഈക്വൽ ടു 4. അതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ A1 പ്ലസ് A2 ഈക്വൽ ടു 4A1 മൈനസ് 4A2 എന്ന് വരും അല്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്താൽ 3A1 ഈക്വൽ ടു 5A2 അല്ലേ? സോ 3A1 ഇസ് ഈക്വൽ ടു 5A2 എന്ന് വരും. സോ A1 ബൈ A2 ഈക്വൽ ടു 5/3 എന്ന് വരും അല്ലേ? അപ്പോൾ A1 ബൈ A2 5/3 ആണ്. നിങ്ങൾക്കറിയാം ഐ പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ അല്ലേ? അപ്പോൾ I1 ബൈ I2 എന്ന് പറയുന്നത് A1 ബൈ A2 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ആ A1 ബൈ A2 നിങ്ങളതിൽ 5/3 എന്ന് കയ്യിലില്ലടാ. സോ ആൻസർ എത്രയാണ് വരിക? ഇൻറ്റൻസിറ്റി റേഷ്യോ എത്രയാണ് വരിക? 5/3ൻ്റെ സ്ക്വയർ 25:9 എന്ന് വരും അല്ലേ? കാരണം A1 ബൈ A2 5/3 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 5/3 സ്ക്വയർ. സോ 25:9. ഓക്കെ, ദെൻ ഇനി നമ്മൾ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ വന്നു ഇതാണ്. ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ മാറ്റർ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ 4 കോൺസെപ്റ്റാണ് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. ഫോട്ടോൺ തിയറി,
ആ ഫോട്ടോൺ തിയറിയിൽ എന്തൊക്കെ ചോദിക്കാം? നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ചോദിക്കാം അല്ലേ, എന്ത് പവർ തന്നിട്ട്, ഇൻറ്റൻസിറ്റി തന്നിട്ട്, നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം ചോദിക്കാം. പിന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, പിന്നെ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക്കേഷൻ, ഡീ ബ്രോഗി വേവ് ലെങ്ത്. ഈ 4 കോൺസെപ്റ്റ് വെച്ചുള്ള പ്രോബ്ലംസ് ആണ് നമ്മളോട് ഡ്വൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന ലെസണിൽ ചോദിക്കുന്നത്. ഇനി ആറ്റംസിലേക്ക് പോയാൽ ബോർ തിയറി ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. ബോർ തിയറിയിൽ നമ്മൾ ആ എനർജീൻ്റെ ഇക്വേഷൻ, റേഡിയസിൻ്റെ ഇക്വേഷൻ, ഓക്കെ, പിന്നെ വരുന്ന സമയത്ത് റിഡ്ബർഗ് ഫോർമുല അല്ലേ, ആ റിഡ്ബർഗ് ഫോർമുല യൂസ് ചെയ്തിട്ട് ഡിഫറൻറ്റ് സ്പെക്ട്രൽ ലൈൻസിൻ്റെ വേവ് ലെങ്ത് കാണുന്നത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ദെൻ പിന്നെ നമ്മൾ വരുന്ന ന്യൂക്ലിയ എന്ന് പറയുന്ന ഇതിലേക്കാണ്. ന്യൂക്ലിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആൻഡ് ബൈൻഡിങ് എനർജി, ആ ഒരു കോൺസെപ്റ്റാണ്. അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, ഒരു റിയാക്ഷൻ നിങ്ങൾ കൺസിഡർ ചെയ്താൽ അല്ലേ, ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്റ്റ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്റ്റൻസ് ആയിരിക്കും എന്ത് അവിടെ റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് ന്യൂക്ലിയ എന്ന് പറയുന്ന ലെസണിൽ. ആ ബൈൻഡിങ് അതിൽ റേഡിയോ ആക്ടിവിറ്റി ഒന്നും നമ്മളെ സിലബസിലില്ല. അങ്ങനെ നമുക്ക് 1-2 ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സർഫസ് ഓഫ് എ മെറ്റൽ ഈസ് ഇലൂമിനേറ്റഡ് വിത്ത് photons of energy E1 equal to 4 electron volt and E2 equal to 2.5 electron volt respectively. The ratio of maximum speeds of photoelectrons emitted in the two cases is 2. The work function of the metal is. അപ്പോൾ നമ്മളൊരു മെറ്റൽ സർഫസിലേക്ക് ആദ്യം 4 ഇലക്ട്രോൺ വോൾട്ട് എനർജിയുള്ള ഒരു റേഡിയേഷൻ ഇൻസിഡൻറ്റ് ചെയ്യിച്ചു, പിന്നെ 2.5 ഇലക്ട്രോൺ വോൾട്ട് എനർജിയുള്ള റേഡിയേഷൻ ഇൻസിഡൻറ്റ് ചെയ്യിച്ചു. ആ സമയത്ത് ഈ 2 കേസിലും എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ മാക്സിമം സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണ് വർക്ക് ഫംഗ്ഷൻ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇത് നമ്മൾ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക്കേഷൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും KE മാക്സ് ഈക്വൽ ടു ഇൻസിഡൻറ്റ് എനർജി മൈനസ് വർക്ക് ഫംഗ്ഷൻ ആണ്. ആ KE മാക്സ് എന്ന് പറയുന്നത് ഹാഫ് M ഇൻറ്റു V മാക്സ് സ്ക്വയർ ആണ്, ഈക്വൽ ടു E മൈനസ് 50. നമ്മൾ ഫസ്റ്റ് കേസിൽ സപ്പോസ് ആ മാക്സിമം വെലോസിറ്റി V1 ആണെന്ന് വിചാരിക്കുക, ആ എനർജി നമുക്ക് തന്നിട്ട് 4 ഇലക്ട്രോൺ വോൾട്ട് ആണ് അല്ലേ. സെക്കൻഡ് കേസിൽ ആ മാക്സിമം സ്പീഡ് V2 ആണ്, ആ എനർജി നമുക്ക് 2.5 ഇലക്ട്രോൺ വോൾട്ടും തന്നിട്ടുണ്ട് അല്ലേ. നമുക്കൊന്ന് ഡിവൈഡ് ചെയ്താൽ ആ ഹാഫ് M കട്ട് ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് V1 സ്ക്വയർ ബൈ V2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 മൈനസ് 50 ബൈ 2.5 മൈനസ് 50 എന്ന് വരും. സോ ഇത് V1 ബൈ V2 ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം, ഈക്വൽ ടു 4 മൈനസ് 50 ഡിവൈഡ് ബൈ 2.5 മൈനസ് 50. ആ V1 ബൈ V2 ഒരു 2 തന്നിട്ടുണ്ട്, അപ്പോൾ 2ൻ്റെ സ്ക്വയർ നമുക്ക് 4 എന്ന് വരും, ഈക്വൽ ടു 4 മൈനസ് 50 ബൈ 2.5 മൈനസ് 50. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. അപ്പോൾ 4 ഇൻറ്റു 2.5 മൈനസ് 450 ഈക്വൽ ടു 4 മൈനസ് 50 എന്ന് വരും. ഇത് 10 മൈനസ് 450 ഈക്വൽ ടു 4 മൈനസ് 50 അല്ലേ. ആ 4ന് അപ്പുറത്തേക്ക് എടുത്താൽ 10 മൈനസ് 4 ഇസ് ഈക്വൽ ടു എത്ര വന്നു? 350 എന്ന് വന്നു. അപ്പോൾ 350 ഈക്വൽ ടു 6 ആണ്. അപ്പോൾ 50 ഈക്വൽ ടു 2 ഇലക്ട്രോൺ വോൾട്ട് എന്ന് നമുക്ക് ആൻസർ വരും അല്ലേ. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ എത്രയാണ്? 2 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് നമുക്ക് വാല്യൂ വരുന്നത്. ദെൻ നോക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളെ ബാമ സീരീസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം ആണ്. The first member of Balmer series of hydrogen atom has wavelength 6561 angstrom. The wavelength of second member of Balmer series is എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ റൈറ്റ്. അപ്പോൾ നമുക്ക് നോക്കേ. അപ്പോൾ നമുക്കറിയാം നമ്മൾ റിഡ്ബർഗ് ഫോർമുല പഠിച്ചിട്ടുണ്ട്, 1/λ ഈക്വൽ ടു R ഇൻറ്റു 1/NF സ്ക്വയർ മൈനസ് 1/NI സ്ക്വയർ അല്ലേ. അത് ബാമ സീരീസ് ആണെങ്കിൽ NF ഈക്വൽ ടു എന്താണ്? 1 ആണ്. ഓക്കെ സോറി, ബാമ സീരീസ് ആണെങ്കിൽ NF ഈക്വൽ ടു 2 ആണ് അല്ലേ. ഫസ്റ്റ് ലൈൻ ആണെങ്കിൽ NI ഈക്വൽ ടു എന്ത് വരും? 3 എന്ന് വരും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ലൈനിൻ്റെ വേവ് ലെങ്ത്ത് നമ്മൾ λ1 എന്നെടുക്കുകയാണെങ്കിൽ R ഇൻറ്റു ആ NFൻ്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുത്താൽ 1/4 മൈനസ് 1/9 എന്ന് വന്നു. അപ്പോൾ 1/λ1 ഇസ് ഈക്വൽ ടു R ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 9 മൈനസ് 4/36 എന്ന് വന്നു അല്ലേ. സോ 1/λ1 ഇസ് ഈക്വൽ ടു 5R/36 ആണ്. അപ്പോൾ λ1 എന്ന് പറയുന്നത് 36 ഡിവൈഡ് ബൈ 5R എന്ന് വന്നു നമുക്ക് അല്ലേ. സിമിലർലി നമുക്ക് λ2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. സി
ലാംഡ 2 ആ സെക്കൻഡ് ലൈൻ്റെ വേവ് ലെങ്ത് കാണാൻ NF ഈക്വൽ ടു 2 ആണ്. NA ഈക്വൽ ടു എത്ര കൊടുക്കണം? 4 എന്ന് കൊടുക്കണം. സോ 1/λ2 ഈസ് ഈക്വൽ ടു R ഇൻറ്റു 1/4 മൈനസ് 1/16 എന്ന് വരും. സോ 1/λ2 ഈക്വൽ ടു R ഇൻറ്റു 12 ഡിവൈഡ് ബൈ എത്ര വരും? 64 എന്ന് വരും അല്ലേ. സോ നമുക്ക് λ2 ഈക്വൽ ടു എത്ര വരും? 64 ഡിവൈഡ് ബൈ 12R എന്ന് വരും അല്ലേ. നമുക്ക് λ1 തന്നിട്ടുണ്ട്, λ2 ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? λ2 ഡിവൈഡ് ബൈ λ1 എന്ന് പറയുന്ന റേഷ്യോ എടുത്താൽ മതി. ഈക്വൽ ടു 64/12R 36/5R കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പകരം 5R/36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ 6 കട്ട് ചെയ്തു പോയി അല്ലേ. നമുക്ക് 4 കൊണ്ട് കട്ട് ചെയ്യാം അല്ലേ. ഇവിടെ 4 9 ടൈംസ്, ഇവിടെ 16 ടൈംസ്. ഇനി 4 കൊണ്ടിട്ട് ഇവിടെ 4 ഇവിടെ 3 ടൈംസ് അല്ലേ. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 27 എന്ന് തോന്നുന്നു. λ2/λ1 അല്ലേ. സോ ദാറ്റ്സ് ഈക്വൽ ടു λ2 ഈക്വൽ ടു 20/27 ഇൻറ്റു λ1 എന്ന് വരും. ആ λ1ൻ്റെ വാല്യൂ എത്രയാണ്? 6561 ആങ്സ്ട്രോം ആണ്. 6561 ആങ്സ്ട്രോം അല്ലേ. ഇത് നമ്മൾ കട്ട് ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി 500 അടുത്ത് ഇത് കട്ട് ചെയ്താൽ ഇത് 30 ആണെങ്കിൽ അപ്പോൾ നമുക്ക് 486 നാനോമീറ്റർ എന്ന് ആൻസർ വരും ഇത് സോൾവ് ചെയ്താൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഹൈഡ്രജൻ ആറ്റം ഇൻ ഇസ് ഗ്രൗണ്ട് സ്റ്റേറ്റ് absorbs 10.2 electron volt of energy. The angular momentum of electron of the hydrogen atom will increase by the value of. അപ്പോൾ ഇനീഷ്യലി ഹൈഡ്രജൻ ആറ്റം എവിടെയാണുള്ളത്? ഗ്രൗണ്ട് സ്റ്റേറ്റിലാണുള്ളത്. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ n=1 സ്റ്റേറ്റ് അല്ലേ. അപ്പോൾ n=1 സ്റ്റേറ്റിൽ അപ്പോൾ ഇനീഷ്യലി ഉള്ള ആംഗുലാർ മൊമെൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? h/2π ആണ് അല്ലേ. കാരണം ബോർ പറഞ്ഞത് ആംഗുലാർ മൊമെൻ്റ് nh/2π എന്നാണ്. ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെങ്കിൽ n=1 ആണ്. അപ്പോൾ ഇനീഷ്യൽ ആംഗുലാർ മൊമെൻ്റം h/2π. ഇനി ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഈ ഹൈഡ്രജൻ ആറ്റം 10.2 ഇലക്ട്രോൺ വോൾട്ട് എനർജി അബ്സോർബ് ചെയ്തു. അപ്പോൾ ഇനീഷ്യലി ഓൻ്റെ കയ്യിൽ -13.6 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉണ്ട്. ഒരു 10.2 ഇലക്ട്രോൺ വോൾട്ട് എനർജി കൂടി കിട്ടിയാൽ ഫൈനൽ എനർജി -3.14 ആണ്, -3.4 ആണ്. ശരിയല്ലേ. അപ്പോൾ ഇപ്പം ഈ ഹൈഡ്രജൻ ആറ്റം നിൽക്കുന്നത് -3.4 ഇലക്ട്രോൺ വോൾട്ട് എനർജിയുള്ള ഒരു സ്റ്റേറ്റ് അല്ലേ. ഏതാണത്? സെക്കൻഡ് അല്ലേ. അപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റം എവിടേക്ക് എക്സൈറ്റ് ചെയ്തു? n=2 സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഫൈനൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് 2h/2π അല്ലേ അല്ലേ. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ എന്താണ്? ഈ ആംഗുലാർ മൊമെൻറ്റം എത്ര ഇൻക്രീസ് ചെയ്തു എന്നല്ലേ. അപ്പോൾ ഫൈനൽ ആംഗുലാർ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ ആംഗുലാർ മൊമെൻറ്റം അല്ലേ, ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെൻറ്റം, അത് 2h/2π മൈനസ് h/2π അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിയാൽ ദാറ്റ്സ് ഈക്വൽ ടു h/2π എന്നല്ലേ ആൻസർ വരിക അല്ലേ. അപ്പോൾ ഡെൽറ്റ L ഇസ് ഈക്വൽ ടു h/2π. ആ h എന്ന് പറഞ്ഞാൽ 6.6 ഇൻറ്റു 10⁻³ എന്ന് അവർ തന്നിട്ടുണ്ട്. 2 ഇൻറ്റു 3.14 അല്ലേ. ഇത് നമ്മൾ 6.28 എന്നല്ലേ കിട്ടുക. ഇത് കട്ട് ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി 1 something ആണ്. 1 something ഇൻറ്റു 10⁻³ അങ്ങനെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി അല്ലേ വരുന്നത്? 1.05 ഇൻറ്റു 10⁻³4. Then next question. In Bohr's atomic model of hydrogen, let K, P and E are kinetic energy, potential energy and total energy of electron respectively. Choose the correct option when the electron undergoes transition to higher level. അപ്പോൾ നിങ്ങൾക്കറിയാം ഇലക്ട്രോണിൻ്റെ ടോട്ടൽ എനർജി En is equal to -13.6 ഡിവൈഡ് ബൈ n² ആണ് അല്ലേ. കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് ടോട്ടൽ എനർജിയാണ്, -E ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 2 times ടോട്ടൽ എനർജി ആണ്. ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് റിലേഷൻ അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയാലടാ ഈ ടോട്ടൽ എനർജി അല്ലേ -13.6 n² ആണെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് +13.6 n² അല്ലേ. പൊട്ടൻഷ്യൽ എനർജി വരെ ഇതിൻ്റെ ഡബിൾ ആണ്, അതായത് -2 ഇൻറ്റു 13.6 ബൈ n². ഇതല്ലേ നമ്മളെ ലോജിക്ക്.
അപ്പോൾ നിങ്ങൾ നോക്ക്, n ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കും? കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യും അല്ലേ? n ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കൈനറ്റിക് എനർജീൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും, ശരിയല്ലേ? പക്ഷെ പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കാരണം നെഗറ്റീവ് വാല്യൂ ആണ്. n കൂടിയാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയും. നെഗറ്റീവ് വാല്യൂൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയുന്ന കൂടല്ലേ, ഇൻക്രീസ് ചെയ്യല്ലേ? അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും ഇൻക്രീസ് ചെയ്യും, കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യും. അതാണ് ആൻസർ. ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരിക. യെസ് അനന്തു, കറക്റ്റ്, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. എ ഹൈഡ്രജൻ ആറ്റം ഇനീഷ്യലി ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈസ് എക്സൈറ്റഡ് ബൈ അബ്സോർബിങ് എ ഫോട്ടോൺ ഓഫ് വേവ് ലെങ്ത് 980. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള നമ്മുടെ ഹൈഡ്രജൻ ആറ്റം, അപ്പോൾ ഇനീഷ്യലി ആ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് -13.6 ഇലക്ട്രോൺ വോൾട്ട് ഉള്ള ഹൈഡ്രജൻ ആറ്റം അല്ലേ, എന്ത് ചെയ്യാണ്? ഒരു ഫോട്ടോൺ അബ്സോർബ് ചെയ്യാണ്. ആ ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് 980 ആങ്സ്ട്രോം ആണ്. ഓക്കെ, ആക്ച്വലി ഇത് ആങ്സ്ട്രോം ആണ്. 980 ആങ്സ്ട്രോം വേവ് ലെങ്ത് ഉള്ള ഒരു ഫോട്ടോണെ അബ്സോർബ് ചെയ്തിട്ട് ഇത് എങ്ങോട്ട് പോവാണ്? ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോവാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഇവന് അവൈലബിൾ ആയിട്ടുള്ള അബ്സോർബ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് നമ്മളെ 980 ആങ്സ്ട്രോം വേവ് ലെങ്ത്തിന് കറസ്പോണ്ട് ചെയ്യുന്ന എനർജി അല്ലേ? അത് നിങ്ങൾക്കറിയാം 12500 ആണ് hc/λ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? hc/λ. ആ hc എന്ന് പറയുന്നത് 12500 ഡിവൈഡ് ബൈ 980 എന്ന് വരും. അപ്രോക്സിമേറ്റ്ലി ഇത് 12.something വരും, 12.75 സംതിങ് വരും അത് അല്ലേ? അപ്പോൾ ഇത്രയും ഇലക്ട്രോൺ വോൾട്ട് എനർജിയാണ് വരുന്നത്, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇത്രയും ഇലക്ട്രോൺ വോൾട്ട് എനർജി അബ്സോർബ് ചെയ്തു അല്ലേ? അപ്പോൾ ഇനീഷ്യലി -13.6 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉണ്ട്, പ്ലസ് 12.75 ഇലക്ട്രോൺ വോൾട്ട് എനർജി വന്നു. അപ്പോൾ -0.8 സംതിങ് അല്ലേ എനർജി വരിക? 0.8 സംതിങ് വന്നിട്ടുണ്ടെങ്കിൽ ഏത് ഓർബിറ്റിലാണ് ഉണ്ടാവുക? 0.8 സംതിങ് ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉള്ള ഓർബിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓക്കെ, n =